ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൊതുവെ ധനമന്ത്രിമാരാണല്ലോ. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയെന്നറിയാം? പലർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായി ഒന്ന് പറഞ്ഞേക്കാം. 1958 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, 1970 ഇന്ദിരാഗാന്ധി, 1987 രാജീവ് ഗാന്ധിയും ബജറ്റ് അവതരിപ്പിച്ചു. അതൊരു ചരിത്രമായി മാറി. ഇവിടെ MyFin TVയും ചരിത്രം കുറിക്കുകയാണ്. മലയാള മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി 11 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ബജറ്റ് അവലോകനം അവതരിപ്പിച്ചു. 3-ാം ദിവസമായ ജനുവരി 24-ന് ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേസ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ സെക്ടറുകളുടെ ബഡ്ജറ്റ് ഭാവിയെക്കുറിച്ച് വിദഗ്ധർ സംസാരിക്കുന്നു. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് പ്രസന്റ് ചെയ്ത ബഡ്ജറ്റ് 1947 നവംബർ 26-നാണ്. അതിനുശേഷം ഇങ്ങോട്ട് മാറി മാറി വരുന്ന ഗവൺമെന്റ് എല്ലാ വർഷവും സ്ഥിരമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഡ്യൂറേഷൻ കൊണ്ട് ശ്രദ്ധ നേടിയ ബഡ്ജറ്റാണ് 2020-21 ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് 2 hours 42 minutes വരെ നീണ്ടുനിന്നു. So I rise with your permission to present a statement of the estimated receipts and expenditure of the Government of India for the year 2020-2021. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും ഡ്യൂറേഷൻ പോയതെന്ന് പല മീഡിയ ചാനൽസ് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും നിർമ്മല സീതാരാമൻ ഇതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഇത്തവണത്തെ ബഡ്ജറ്റ് ഡ്യൂറേഷൻ കൂടുതലാണെന്നറിയാം, അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നാൽ ഓരോ സെക്ടറുകൾക്കും അത്രത്തോളം വിശകലനം ആവശ്യമുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് ഇത്രയും സമയമെടുത്തത്. ഏതായാലും ഇത്ര നേരം തുടർച്ചയായി സംസാരിക്കണമെങ്കിൽ നല്ല എനർജി ലെവൽ വേണോ അല്ലേ? യെസ്, എനർജി തന്നെയാണ് നമ്മുടെ ബഡ്ജറ്റ് ചർച്ചയിലെ അടുത്ത വിഷയം. ബഡ്ജറ്റ് ഡിസ്കഷന്റെ 4-ാം ദിവസം ഗ്രീൻ എനർജി, ഓട്ടോമൊബൈൽ സെക്ടറുകൾക്ക് ബഡ്ജറ്റിൽ നേട്ടമുണ്ടാകുമോ എന്ന് വിലയിരുത്തുന്നു. കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിക്കും മുൻപ് അത് ചോരുക എന്ന് പറഞ്ഞാൽ അതൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്നാൽ ഉണ്ട്. 1950-51 ബഡ്ജറ്റിലാണ് സംഭവം. കേന്ദ്ര ബഡ്ജറ്റ് അച്ചടി സമയത്ത് അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അന്നത്തെ ധനമന്ത്രി ജോൺ മത്തായി പാർലമെന്റിൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് അത് ചോർന്നത്. ഈ ചോർച്ചയെ തുടർന്ന് പിന്നീട് വന്ന ബഡ്ജറ്റിന്റെ അച്ചടി രാഷ്ട്രപതി ഭവനിൽ നിന്ന് മിന്റോ റോഡിലേക്ക് മാറ്റി. 1980-ന് ശേഷം ബഡ്ജറ്റ് അച്ചടിക്കുന്നത് നോർത്ത് ബ്ലോക്ക് ബേസ്മെന്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ചോർച്ച അത് എവിടെയാണെങ്കിലും അത്ര നല്ലതല്ല. നമ്മൾ ജനങ്ങൾക്കിടയിൽ ചോർച്ച കൂടുതൽ ഭീതി പരത്തുന്നത് ഓയിലോ ഗ്യാസോ ചോരുമ്പോഴാണ്, അല്ലെ? അത് തന്നെയാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് അവലോകനവും ചർച്ച ചെയ്യുന്നത്. എന്നാൽ അത് ചോർച്ചയെ കുറിച്ചല്ല. ഓയിൽ, ഗ്യാസ്, ഇൻഡസ്ട്രിയൽ സെക്ടറുകൾക്ക് ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? കാണാം വിശദമായ വിലയിരുത്തലുകൾ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഫെബ്രുവരി 1-ാം തീയതി രാവിലെ 11 മണിക്കാണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. 1999 വരെ ഫെബ്രുവരി മാസത്തിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ വൈകുന്നേരം 5 മണിക്കായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത്. ആ സമയം ഇന്നത്തെ പോലെ ചേഞ്ച് ആക്കിയത് 2000-ലെ മില്ലേനിയം ബഡ്ജറ്റ് അവതരിപ്പിച്ച ഫിനാൻസ് മിനിസ്റ്റർ യശ്വന്ത് സിൻഹയാണ്. ഏതായാലും അതെല്ലാം കൊണ്ടും കൂടുതൽ സൗകര്യപ്രദമായി. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ 1 മുതൽ തന്നെ നടപ്പിലാക്കാൻ സാധിച്ചു. ഏതായാലും സമയം ഏത് കാര്യത്തിലും ഒരു നിർണായക ഘടകം തന്നെയാണ്. MyFin
വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് സ്ക്രീനർ. ഏതായാലും ഇന്ന് ഇപ്പോൾ ബഡ്ജറ്റ് തന്നെയാണ് വിപണിയുടെ ഗതിയെ നിർണ്ണയിക്കുന്നൊരു ദിവസം. പക്ഷേ അതിന് മുമ്പായിട്ട് പ്രേക്ഷകരോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് മാത്രമല്ല, നേരത്തെ നമ്മളോടൊപ്പം പ്രദീപ് സാർ സൂചിപ്പിച്ചതുപോലെ 365 ദിവസങ്ങളിലെ ഒരു ദിവസം മാത്രമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇത് ബഡ്ജറ്റിനോടനുബന്ധിച്ചുണ്ടാകുന്ന വോളറ്റൈലിറ്റി കണക്കിലെടുത്തുകൊണ്ടൊരു സ്പെക്കുലേറ്റീവ് ട്രേഡിങ്ങിലേക്ക് കടക്കരുത് എന്നൊരു കോഷൻ കൂടി തന്നുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഒരു പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നത്. ഏതായാലും മറ്റ് പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങളും, ഒരു പക്ഷേ ക്വാർട്ടർലി നമ്പേഴ്സും ഒക്കെ മാറ്റി നിർത്തി ഇന്ന് വിപണി ഉറ്റുനോക്കുന്ന ഏക ഘടകം എന്ന് പറയുന്നത്, മാർക്കറ്റിനോടനുബന്ധിച്ചുള്ള ഏക ഘടകം എന്ന് പറയുന്നത് നിർമ്മലാ സീതാരാമൻ ഇന്ന് രാവിലെ 11 മണിക്ക് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് തന്നെയായിരിക്കും. അടുത്ത ഒരു വർഷത്തേക്ക് സർക്കാരിൻ്റെ നയങ്ങൾ എന്തായിരിക്കും, ഏതൊക്കെ സെക്ടേഴ്സിനായിരിക്കും ഊന്നൽ ലഭിക്കുക, എത്തരത്തിലുള്ള പദ്ധതികളായിരിക്കും നടപ്പിലാക്കുക, വികസനത്തിനുള്ള എങ്ങനെയുള്ള വികസനം, റിന്യൂവബിൾ എനർജിക്കാണോ അതോ നോൺ റിന്യൂവബിൾ എനർജിക്കാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്, ഏത് സെഗ്മെൻറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും സർക്കാരിൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്, ഇങ്ങനെ വിപണിയിൽ കാതലായ മാറ്റങ്ങൾ വരത്തക്ക വിധത്തിലുള്ള തീരുമാനങ്ങളായിരിക്കും ഇന്നിപ്പോൾ നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റിൽ അവതരിപ്പിക്കപ്പെടുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അതിന് മുന്നോടിയായിട്ട് നമുക്ക് ബഡ്ജറ്റിൻ്റെ ഒരു അല്പം ചരിത്രം തന്നെ പരിശോധിച്ച് നോക്കാം. ബഡ്ജറ്റിനെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ചും 1990കളിലാണ് ഇന്ത്യയിൽ ഒരു സെൻസെക്സ് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓഹരി വിപണിയുടെ ഒരു കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 1990കൾ തന്നെയാണ്. അതിൽ തന്നെയും ഇന്ത്യൻ ഇക്കോണമി ലോക ജനതയ്ക്ക് അല്ലെങ്കിൽ ലോക വ്യവസായത്തിന് മുന്നിലേക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്ത 1991 മൻമോഹൻ സിംഗിൻ്റെ ബഡ്ജറ്റ് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടുന്നത്. അന്നത്തെ ഒരു അപ്ഡേറ്റ്സിലേക്ക് വളരെ പെട്ടെന്ന് പരിശോധിച്ച് നോക്കാം. 1991 PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ LPG വുമൻസ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നീ 3 ഘടകങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വലിയൊരു സ്ട്രക്ചറൽ ചേഞ്ചിലേക്ക് ഇന്ത്യൻ ഇക്കോണമി കടന്നിരുന്നത്. മൻമോഹൻ സിംഗ് ആയിരുന്നു അന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇത്തരത്തിൽ അതിനുശേഷമാണ് വലിയ തോതിലുള്ള വ്യവസായങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നതും കൂടുതൽ കമ്പനികൾ എത്തുന്നതും ഇന്ത്യയുടെ ഓഹരി വിപണി വിപുലീകരിച്ചതും ആ ഒരു സമയത്തിന് ശേഷമാണ്. ഇനി അതിനോടൊപ്പം തന്നെ അതിനുശേഷം 2005 ബഡ്ജറ്റിലേക്ക് എത്തുമ്പോഴേക്കും P. ചിദംബരമായിരുന്നു ഒരു ഡ്രീം ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത്. ഒരു പക്ഷേ ധാരാളം ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റൊക്കെ കൂടുതൽ പോപ്പുലറൈസ് ആയതിനു ശേഷം വന്നിട്ടുള്ള ആദ്യത്തെ ഡ്രീം ബഡ്ജറ്റായിരുന്നു 2005 P. ചിദംബരം അവതരിപ്പിച്ചിരുന്നത്. പ്രധാനമായിട്ടും റൂറൽ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ റൂറൽ മേഖലയെ റിവൈവൽ ചെയ്തു കൊണ്ടുവരാനായിട്ടുള്ളൊരു ബഡ്ജറ്റായിരുന്നു P. ചിദംബരത്തിൻ്റെ 2005 ബഡ്ജറ്റ്. അതിനുശേഷം വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റാണ് നമുക്ക് ബഡ്ജറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്നത്തെ മറ്റ് ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നിപ്പോൾ ഈ ഒരു ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ബഡ്ജറ്റിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ തീർച്ചയായിട്ടും പ്രീ മാർക്കറ്റിലേക്ക് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും 23,500 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പ്രീ മാർക്കറ്റിൽ പ്രൈസ് ഓർഡേഴ്സ് സെറ്റിലായിരിക്കുകയാണ്. ഒരു ഫ്ലാറ്റിഷ് മൂവ്മെൻറ്റ് മാത്രമാണ് കാണുന്ന. ഒരു സ്പൈക്ക് ആദ്യത്തെ മണിക്കൂറിലെ പ്രീ മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും പ്രീ മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമ്മളോടൊപ്പം റിസർച്ച് ഡെസ്കിൽ നിന്നും ജാസ്മിൻ ജമാൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. ഗുഡ് മോർണിംഗ് അനില. ജാസ്മിൻ, ഇന്നിപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ബഡ്ജറ്റ് തന്നെയാണ് വിപണിയുടെ ഗതിയെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഇന്നലെ പരിശോധിക്കുകയാണെങ്കിലും വളരെ ഹെവി ആയിട്ടൊരു ബൈങ് കടന്നു വന്നിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഒരു പ്രീ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റിഷ് മൊമെൻറ്റമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. 23,528.6 എന്നൊരു നിലയിലാണ് ഇന്നിപ്പോൾ പ്രീ മാർക്കറ്റിൽ പ്രൈസ് ഓർഡേഴ്സ് സെറ്റിലായിരിക്കുന്നത്. പ്രധാനമായിട്ടും ഒരു 34 ഓഹരികൾ പോസിറ്റീവ് ടോണിൽ ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു പ്രൈസ് ഓർഡേഴ്സ് സെറ്റിലായി കഴിഞ്ഞപ്പോൾ 13 ഓഹരികൾ മാത്രമാണ് നെഗറ്റീവ് ടോണിലേക്ക് പോയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സ്? അനില, ചാർട്ടിൽ നമുക്ക് നോക്കുന്ന സമയത്ത് കാണാം 23,528 എന്നുള്ള ഒരു നിലവാരത്തിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രീ മാർക്കറ്റിൽ 100-ലധികം പോയിന്റുകളുടെ ഒരു മുന്നേറ്റം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും പ്രൈസ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെ ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ്. ഒരു 20 പോയിന്റുകളുടെ മാത്രം ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ഒരു നിർണായക ലെവലായിട്ടുള്ള 23,500 എന്നുള്ള ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട്. അഡ്വാൻസ് ടു ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുന്ന സമയത്ത് 34 ഓഹരികളിലും ഒരു ബുള്ളിഷ് സെന്റിമെന്റ് നമുക്ക് ആദ്യ വിരട്ടുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 13 ഓഹരികളിലാണ് ഒരു ഇടിവ് രേഖപ്പെടുത്താനുള്ള ഒരു കാരണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും അധികം മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ കുറച്ച് സ്റ്റോക്കുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചിടത്തോളം 1.25% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയാണ് പ്രീ മാർക്കറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ടൈറ്റനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും 1% കൂടുതലുള്ള ഒരു മുന്നേറ്റം പ്രീ മാർക്കറ്റ് ഓൾറെഡി തന്നു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീറാം ഫിനാൻസ് 0.5% കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ബജാജ് ഫിൻസർവ് 6%, NTPC 6%, അദാനി പോർട്സ് 6%, ബ്രിട്ടാനിയ 6%-ലധികം. അങ്ങനെ ക്വാർട്ടർലി റിസൾട്ടുകൾ തന്നെ സ്വാധീനിക്കുന്ന ഒരു വിപണിയായിരിക്കും. പ്രത്യേകിച്ച് ഇന്നും വേറെ കാര്യങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് എന്നതിനപ്പുറത്തേക്ക് ഇന്ന് അനില നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 365 ദിവസങ്ങളിൽ ഒരു ദിവസം മാത്രമാണ് ഇന്നും ബഡ്ജറ്റ്. അതിൽ കൂടുതൽ ആളുകളും ട്രേഡ് എടുക്കാനുള്ള ഒരു സാധ്യത, ഒരു സ്പെക്കുലേറ്റീവ് ട്രേഡിംഗിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. അപ്പോഴും വളരെ കോഷ്യസ് ആയിട്ട് മാത്രമേ, ജാഗ്രതാ സമീപനം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ വിപണിയെ സമീപിക്കാവൂ എന്നുള്ള ഒരു ഡിസ്ക്ലൈമർ കൂടി ഇവിടെ പറയുകയാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ITC ഹോട്ടൽസ് കഴിഞ്ഞ ലിസ്റ്റ് ചെയ്തതിന് ശേഷം കുറെ അധികം കോൺസിക്യൂട്ടീവ് സെഷനുകളിലായിട്ട് ഇടിവിലായിരുന്നു. പക്ഷേ ഇന്ന് പ്രീ മാർക്കറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ITC ഹോട്ടൽസിനെ സംബന്ധിച്ചിടത്തോളം 0.5% ഒരു മൂവ്മെന്റ് നൽകാനുള്ള ഒരു സാധ്യത തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഏഷ്യൻ പെയിന്റ്സിന്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് 0.5% കൂടുതലുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാനുള്ള ഒരു സാധ്യത കാണുകയാണ്. ഇനി ടാറ്റ മോട്ടോഴ്സ് 0.47, ട്രെൻഡ് 0.47, ബജാജ് ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം 0.45% ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്റ്റോക്കുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രീ മാർക്കറ്റിൽ ഏറ്റവും അധികം നമുക്ക് ഇടിവ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ മാർക്കറ്റിൽ ഇൻഡസിൻഡ് ബാങ്കിലേക്കാണ്. ഓൾമോസ്റ്റ് ഒരു 1.5%-നടുത്തൊരു ഇടിവ് ഇൻഡസിൻഡ് ബാങ്ക് പ്രീ മാർക്കറ്റിൽ തന്നെ തന്നു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ONGCയിലേക്ക് വന്നാലും ഇന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് മോഡാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ SBI ലൈഫ് 0%, ഗ്രാസിം 0.35, സൺഫാർമ 0.23 എന്നിങ്ങനെയാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഒരു 272 പോയിന്റുകളുടെ ഒരു മുന്നേറ്റം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 1% കൂടുതലായിരുന്നു നിഫ്റ്റിയുടെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുള്ളത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്, ഒരു പോസിറ്റീവ് നോട്ടിലാണ് എൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ കൂടിയും മാർജിനൽ ആയിട്ടുള്ള ഒരു മുന്നേറ്റം മാത്രമേ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും കാണാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ അപ്പോഴും അഡ്വാൻസ്ഡ് ഡിക്ലൈൻ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ മാർക്കറ്റ് തുടങ്ങുന്ന ഘട്ടത്തിൽ ബുൾസിന് അനുകൂലമായിട്ടുള്ള ഒരു മാർക്കറ്റ് ആകാനുള്ള എല്ലാ സാധ്യതകളുമാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും കാണുന്നത്. ബാങ്ക് ഓഫ് ബറോഡയാണ് 1.22% നേട്ടം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ബാങ്കിംഗ് ഓഹരി. ഒപ്പം തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് നേട്ടത്തിലുണ്ട് 0.5% കൂടുതൽ. AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് 0.5% കൂടുതലാണ്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 0.5% കൂടുതൽ നേട്ടമുണ്ട്. ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ബാങ്കിംഗ് ഓഹരികളിലേക്ക് വരുമ്പോൾ ആക്സിസ് ബാങ്ക് നേട്ടത്തിൽ തന്നെയാണുള്ളത്. കാനറ ബാങ്ക് നേട്ടത്തിലാണ്. SBയും നേട്ടത്തിലാണ്. ഒരല്പം പ്രോഫിറ്റ് ടേക്കിംഗ് മോഡിലേക്ക് കടക്കാൻ സാധ്യതയുള്ള ഓഹരികൾ ഒന്ന് IDFC ഫസ്റ്റ് ബാങ്കും മറ്റൊന്ന് HDFC ബാങ്കുമാണ്. തീർച്ചയായിട്ടും HDFC ബാങ്ക് അടക്കമുള്ള പ്രധാനപ്പെട്ട ബാങ്കിംഗ് മേഖലയിലെ ഓഹരികളുടെ ഇന്നത്തെ ഒരു പെർഫോമൻസിനെ ആശ്രയിച്ചായിരിക്കും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് പ്രവർത്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻഡസിൻഡ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1.43% ഒരു ഇടിവാണ് പ്രീ മാർക്കറ്റിൽ തന്നെ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ICICI ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഫ്ലാറ്റ് ആണ്. ഒപ്പം തന്നെ SBI മുതൽ അങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട ഓഹരികളിൽ മാത്രമാണ് ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രീ മാർക്കറ്റിൽ നിഫ്റ്റിയുടെയും ബാങ്ക് ഇൻഡെക്സിന്റെയും ഒക്കെ തന്നെ ഒരു പ്രകടനമെങ്കിലും നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട കുറച്ച് ലെവൽസുകൾ കൂടി ഒന്ന് പറയുകയാണ് അനില. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം നമുക്ക് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും 23,500 എന്നുള്ള ഒരു നിലവാരത്തിൽ വളരെ ഒരു 258 പോയിന്റുകളുടെ ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് 23,547 എന്നുള്ള ഒരു നിലവാരവും അവിടെ നിന്ന് മുന്നേറ്റം രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ 23,611 വരെ പോകാനുള്ള ഒരു സാധ്യതയും തുടർന്നുള്ള ഒരു കുതിപ്പ് 23,714 വരെയും നിഫ്റ്റി 50യെ എത്തിച്ചേക്കാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ 23,341 ആദ്യ സപ്പോർട്ട്. എഗെയിൻ ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്തും റെസിസ്റ്റൻസ് 49,677 അവിടെ നിന്നും 50,000 കടന്നുള്ള ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മുന്നേറ്റം റെസിസ്റ്റൻസ് മേഖലയായിട്ട് നമുക്ക് പിവറ്റ് പോയിന്റ് കാൽക്കുലേറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് സോണായിട്ട് 49,186 തുടർന്ന് അവിടെ നിന്നുമുള്ള ഇടിവ് 49,034 എന്നുള്ള ഒരു നില വരെയും ബാങ്ക് നിഫ്റ്റിയെയും എത്തിച്ചേക്കാം. അനില.
ജാസ്മിൻ ആയിരുന്നു ഡീറ്റെയിൽസ് പങ്കുവച്ചത്. താങ്ക് യു സോ മച്ച് ജാസ്മിൻ. ഏതായാലും ജാസ്മിനിലേക്ക് തിരിച്ചു വരാം. അതിന് മുന്നോടിയായിട്ട് ഇന്നിപ്പോൾ ബജറ്റിനോടനുബന്ധിച്ചിട്ടുള്ള സ്പെഷ്യൽ സെഷനിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടൊരു മൊമെൻറ്റം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഒരു ഫ്ലാറ്റിഷ് ടോണിലേക്കാണ് വിപണി ഇന്നിപ്പോൾ പോയിരിക്കുന്നത്. 23,500 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റ് സെക്ടേഴ്സ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും എല്ലാ സെക്ടേഴ്സിലും ഒരു മിക്സഡ് പെർഫോമൻസ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. കാര്യമായിട്ടുള്ള ഒരു ബൈയിങ് അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു പക്ഷേ തുടക്കത്തിൽ പ്രതീക്ഷിച്ചത് പല ട്രേഡേഴ്സും എക്സ്പെക്റ്റ് ചെയ്തതുപോലൊരു സ്പൈക്ക് ആദ്യ മിനിറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഒരു പോസിറ്റീവ് ടോൺ നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബ്രോഡർ മാർക്ക് ഇൻഡെക്സിൽ വളരെ വലിയൊരു സ്പൈക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് സ്മോൾ ക്യാപ്പിൻ്റെ 250 ഇൻഡെക്സിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ 107 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഇന്നിപ്പോൾ ആദ്യ മിനിറ്റിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 1.72% ഒരു നേട്ടമാണ് നൽകിയിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ മറ്റ് പല സെക്ടേഴ്സ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും മിഡ് ക്യാപ്പിലാണെങ്കിലും ശരി 0.5% ഒരു മുന്നേറ്റം നടത്തുന്നതായിട്ടാണ് കാണുന്നത്. 285.1 എന്നൊരു നിലയിലേക്ക് ഉയരുന്ന ഒരു സ്ഥിതി മിഡ് ക്യാപ്പിലും നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സിലും നമുക്ക് കാണുന്നുണ്ട്. നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചിട്ട് കാരണം സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പിനും ഒരു അല്പം കൂടി ഒരു പക്ഷേ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളെക്കാളും അല്പം കൂടി കോൺസെൻട്രേഷൻ ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന് പറയുന്നത്. കാരണം സർക്കാരിൻ്റെ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ ക്യാപെക്സ് വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ തവണയാണെങ്കിൽ 11.11 ട്രില്യൻ്റെ ഒരു ക്യാപെക്സ് ആയിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ന് ഇത്തവണത്തെ ഒരു എക്സ്പെക്റ്റേഷൻ പരിശോധിക്കുകയാണെങ്കിൽ അത് 11.4 ഉയരാനുള്ളൊരു സാധ്യത, 4 ട്രില്യൺ രൂപയായിട്ട് ഉയരാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ പല അനലിസ്റ്റുമാരും കാണുന്നത്. അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു സർക്കാരിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് ആവുക ഈ ഒരു മിഡ് ക്യാപ്പിനോടും അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്മോൾ ക്യാപ്പിൽപ്പെട്ടയും കമ്പനികൾ തന്നെയായിരിക്കും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിഫൻസ് മേഖലയെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഡിഫൻസ് 2025 ഇയർ ഓഫ് ഡിഫൻസ് എന്ന് തന്നെയാണ് രാജ്നാഥ് സിംഗ് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫൻസ് മേഖലയ്ക്ക് വലിയ തോതിലുള്ള അലൊക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. ഡിഫൻസ് മേഖലയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരുപക്ഷെ മോദി സർക്കാർ അധികാരത്തിലേറിയത് മുതൽ നിക്ഷേപയുടെ പോർട്ട്ഫോളിയോയിൽ ഒരു സ്റ്റാർസ് ആയിട്ട് മാറിയ സെഗ്മെൻറ്റ് തന്നെയാണ് ഡിഫൻസ് ഓഹരികൾ എന്ന് പറയുന്നത്. അതുവരെ ഒരുപക്ഷെ നിക്ഷേപർ മുഖം തിരിച്ചു നിന്നിരുന്ന കെടുകാര്യസ്ഥതയുടെയും ഒക്കെ ഒരു പിൻബലത്തിൽ അത്തരത്തിലൊരു നോസ്റ്റോടുകൂടി മുഖം പിന്തിരിച്ചിരുന്ന ഓഹരികൾ പിന്നീട് ഇത്തരത്തിലുള്ള ക്യാപെക്സ് വർദ്ധിപ്പിച്ചതും പുതിയ പുതിയ പദ്ധതികൾ വഴിയും കമ്പനികൾക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കുകയും അവരുടെ ബാലൻസ് ഷീറ്റിൽ അതിൻ്റെ വളരെ വ്യക്തമായിട്ടൊരു മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് വലിയ തോതിലൊരു മൾട്ടി ബാഗേഴ്സ് ആയിട്ട് മാറാനായിട്ട് ഡിഫൻസ് ഓഹരികളിലെ കമ്പനികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫൻസ് മേഖലയിലെ കൂടുതൽ കമ്പനികളും പ്ലേസ് ചെയ്തിരിക്കുന്നതും ഈ പറഞ്ഞതുപോലെ മിഡ് ക്യാപ് സ്പേസിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് ഇന്ന് ഇപ്പോൾ ആദ്യ മിനിറ്റിൽ തന്നെയും കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് മാത്രമല്ല ഒരുപക്ഷെ ഇന്നലെ മുതൽ നോക്കുക എന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ടൊരു പ്രീ ബജറ്റ് റാലി പല ഡിഫൻസ് ഓഹരികളിലും നമുക്ക് ഇന്നിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും അധികം എടുത്തു പറയുന്ന ഒരു മൂവ്മെൻറ്റ് നടത്തിയിരിക്കുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് ഷിപ്പ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഹരികൾ തന്നെയാണ്. മെസഗോൺ ഡോക്ക് കഴിഞ്ഞ ഒരു ആഴ്ചക്കിടെ ഏകദേശം 8.5% ഒരു പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരു സിംഗിൾ ഡിജിറ്റ് അല്ലെങ്കിൽ ഒരു ലോ സിംഗിൾ ഡിജിറ്റ് റിട്ടേൺ നൽകിയെടുത്താണ് മെസഗോൺ ഡോക്കിനെ പോലുള്ള ഷിപ്പ് ബിൽഡിംഗ് കമ്പനി 8.5% ഒരു നേട്ടം നൽകിയിരിക്കുന്നത്. ഗാർഡൻ റീച്ചിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ 5.5% ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണെങ്കിലും 5% ഒരു നേട്ടം നൽകിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ HAL, ഭാരത് ഇലക്ട്രോണിക്സ്, നിഫ്റ്റി 50 ഉൾപ്പെട്ടിട്ടുള്ള ഡിഫൻസ് കമ്പനി ആയിട്ടുള്ള ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും 9% ഒരു നേട്ടമാണ് നൽകിയിരിക്കുന്നത്. നിലവിലും വളരെ ശക്തമായിട്ട് ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടം നൽകുന്നതിലേക്കാണ് പോയിരിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാ ഡിഫൻസ് ഓഹരികളിലും ഇന്നിപ്പോൾ നമുക്കൊരു പോസിറ്റീവ് മൊമെൻറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കൂടുതൽ അപ്ഡേറ്റ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൊതുവെ ധനമന്ത്രിമാരാണല്ലോ. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയെന്നറിയാം? പലർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായി ഒന്ന് പറഞ്ഞേക്കാം. 1958 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, 1970 ഇന്ദിരാഗാന്ധി, 1987 രാജീവ് ഗാന്ധിയും
ബജറ്റ് അവതരിപ്പിച്ചു. അതൊരു ചരിത്രമായി മാറി. ഇവിടെ മൈഫിൻ ടിവിയും ചരിത്രം കുറിക്കുകയാണ്. മലയാള മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി 11 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ബജറ്റ് അവലോകനം അവതരിപ്പിച്ചു. മൂന്നാം ദിവസമായ ജനുവരി 24-ന് ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേസ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ സെക്ടറുകളുടെ ബഡ്ജറ്റ് ഭാവിയെക്കുറിച്ച് വിദഗ്ധർ സംസാരിക്കുന്നു. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് പ്രസന്റ് ചെയ്ത ബഡ്ജറ്റ് 1947 നവംബർ 26-നാണ്. അതിനുശേഷം ഇങ്ങോട്ട് മാറി മാറി വരുന്ന ഗവൺമെന്റ് എല്ലാ വർഷവും സ്ഥിരമായി ബഡ്ജറ്റ് വെൽക്കം ബാക്ക്. ഏതായാലും വിപണിയിലേക്ക് നോക്കുമ്പോൾ 23,500 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. 23,497 എന്നൊരു നിലയിലേക്കാണ് ഇപ്പോൾ സൂചിക എത്തിയിരിക്കുന്നത്. ഏതായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമ്മളോടൊപ്പം റിസർച്ച് ഡെസ്കിൽ നിന്ന് വിഷ്ണു ചേരുകയാണ്. ഗുഡ് മോർണിംഗ് വിഷ്ണു. ഗുഡ് മോർണിംഗ് അല്ല. വിഷ്ണു, ഇന്നിപ്പോൾ ഒരു ബജറ്റ് സ്പെഷ്യൽ മാർക്കറ്റ് ഡേയിലെ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്, ഏതൊക്കെ സ്റ്റോക്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് വിഷ്ണുവിന് പങ്കുവെക്കാനുള്ളത്? അല്ല, ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റോക്സിൻ്റെ പാദഫലങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ ഒന്നാമതായി വരുന്നത് ബന്ധൻ ബാങ്കാണ്. ബാങ്കിൻ്റെ ഒരു മൂന്നാം പാദഫലം പ്രഖ്യാപിച്ചപ്പോൾ ലാഭത്തിൽ 41% ഒരു വർധനവാണ് രേഖപ്പെടുത്തിയത്. 426 കോടി രൂപയാണ് നിലവിൽ ബാങ്ക് ലാഭമായി കണക്കാക്കിയിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 12.1% ഒരു വർധനവാണ് ബാങ്കിന് രേഖപ്പെടുത്താൻ സാധിച്ചത്. 2,830 കോടി രൂപയാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമായി ബാങ്ക് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രോസ് NPAയിൽ ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് 4.68% എന്നൊരു കണക്കാണ്. നെറ്റ് NPA പരിശോധിക്കുമ്പോൾ 1.28% ഒരു കുറവുമാണ് ബാങ്ക് രേഖപ്പെടുത്തുന്നത്. ഏതായാലും ബാങ്കിൻ്റെ ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് ഒരു ആദ്യ മിനിറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള, അതായത് 0.03% ഒരു നേട്ടമാണ് ബാങ്കിൻ്റെ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സ്റ്റോക്കായിട്ട് നമുക്ക് പറയാനുള്ളത് ONGCയുടെ സ്റ്റോക്കാണ്. ONGCയുടെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ പാദഫലത്തിൽ ലാഭത്തിൽ 31.2% ഒരു ഇടിവാണ് രേഖപ്പെടുത്താൻ ONGCക്ക് സാധിച്ചത്. കൂടാതെ 8,239 കോടി രൂപയാണ് ONGC ലാഭമിനത്തിൽ നേടിയിരിക്കുന്നത്. വരുമാനത്തിൽ 0.5% ഒരു ഇടിവിൽ 33,716 കോടി രൂപയാണ് ONGCയിലെ ഒരു മൂന്നാം പാദഫലത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഷെയറിന് 5 രൂപ നിരക്കിൽ ഇൻ്ററിൻ ഡിവിഡൻഡ് കൂടി ONGC ഏതായാലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ONGCയുടെ നിലവിലത്തെ ഇന്നത്തെ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ 1.72% ഒരു ഇടിവിലാണ് ഇന്നത്തെ ഒരു ബഡ്ജറ്റ് ഡേയിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊരു സ്റ്റോക്ക് ട്രിവേണി ടർബൈൻ്റെ സ്റ്റോക്കാണ്. കമ്പനിയുടെ ഒരു മൂന്നാം പാദഫലം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 35.5% ഒരു വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 92.4 കോടി രൂപയാണ് നിലവിൽ ഈ ഒരു ലാഭം എന്ന് പറയുന്നത്. വരുമാനത്തിൽ 16.6% ഒരു വർധനവിൽ 503 കോടി രൂപയും കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ട്രിവേണി ടർബൈൻ്റെ ഒരു സ്റ്റോക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ 0.83% ഒരു നേട്ടം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു സ്റ്റോക്കായിട്ട് പറയുന്നത് ഷീല ഫോമാണ്. കമ്പനിയുടെ ഒരു മൂന്നാം പാദഫലം ഏതായാലും ലഭ്യമായിട്ടുണ്ട്. ലാഭത്തിൽ 39% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. കൂടാതെ 18.8 കോടി രൂപയാണ് നിലവിൽ ഇപ്പോൾ ലാഭമായി കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനത്തിൽ 10% ഒരു വർധനവും കമ്പനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. 967.1 കോടി രൂപ എന്ന രീതിയിലാണ് നിലവിൽ വരുമാനമായി ഇപ്പോൾ ഷീല ഫോം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കമ്പനിയുടെ ഒരു സ്റ്റോക്കിൻ്റെ ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ദിവസം 2.24% ഒരു ഇടിവിലാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് LIC ഹൗസിംഗ് ഫൈനാൻസ് ആണ്. കമ്പനിയുടെ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസ് ഒരു Q3യുടെ പെർഫോമൻസ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ലാഭത്തിൽ 23% ഒരു വർധനവിൽ 1,432 കോടി രൂപയാണ് കമ്പനി രേഖപ്പെടുത്തിയത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 5% കൂടുതൽ 2,000 കോടി രൂപയുമാണ് LIC ഹൗസിംഗ് ഫൈനാൻസ് ഏതായാലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ആരംഭിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരു പോസിറ്റീവ് രീതിയിൽ
വിപണിയിലേക്ക് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഇനി മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് ആണ്. ഇന്നൊരു Q3 നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കമ്പനി നഷ്ടമാണ് ഏതായാലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22.5 കോടി രൂപയാണ് നഷ്ടമായി കമ്പനിയുടെ ഒരു കണക്കിൽ വന്നിരിക്കുന്നത്. എന്നാൽ വരുമാനത്തിൽ 104% മികച്ചൊരു ഉയർച്ചയും കമ്പനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ വരുമാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 167.3 കോടി രൂപയാണ്. ഏതായാലും സ്റ്റോക്കിൻ്റെ ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1% ഒരു ഇടിവിലാണ് ഇന്നത്തെ ഒരു ബഡ്ജറ്റ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ എന്തായാലും ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ളൊരു സ്റ്റോക്കാണ്. കർണാടക ബാങ്കാണ്. ലാഭത്തിൽ 14.3% ഒരു കുറവിൽ 283 കോടി രൂപയാണ് ബാങ്ക് നേടിയിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 4.2% ഒരു കുറവിൽ 792 കോടി രൂപയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രോസ് NPA 3.1% ഒരു കുറവുമാണ് ബാങ്ക് ഏതായാലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ 3.51% എന്ന ഒരു വലിയ ഇടിവ്, ഒരു ക്യാൻഡിൽസ് പരിശോധിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഒരു വലിയ ഇടിവിൽ തന്നെയാണ് ഇന്നത്തെ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ഗ്യാപ്പ് ഡൗണിന് ശേഷം ആണ് ഇന്നത്തെ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇൻഡസൻ ബാങ്കാണ്. ഇൻഡസൻ ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക് പരിശോധിക്കുമ്പോൾ ലാഭം 39% ഒരു കുറവിൽ 1401 കോടി രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 1.3% ഒരു കുറവിൽ 5228 കോടി രൂപയുമാണ് ബാങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ബാങ്കിൻ്റെ ഇന്നത്തെ ഒരു മാർക്കറ്റിലെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഇൻഡസൻ ബാങ്ക് ഇന്നിപ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റ ലഭ്യമല്ല. നമുക്ക് അടുത്ത സ്റ്റോക്കിലോട്ട് പോകാം. ഏതായാലും അടുത്തൊരു സ്റ്റോക്ക് വിശാൽ മെഗാമാർട്ടാണ്. ലാഭം വന്നിരിക്കുന്നത് 28% ഉയർച്ചയാണ്. 262 കോടി രൂപയാണ് വിശാൽ മെഗാമാർട്ട് ലാഭമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനത്തിൽ 19.5% ഒരു ഉയർച്ചയും കമ്പനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ 0.64% ഒരു നേട്ടം വിശാൽ മെഗാമാർട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് ഇത്തിരി മുമ്പ് നമ്മൾ പറഞ്ഞ ഇൻഡസൻ ബാങ്കിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് ഒന്നുകൂടി നോക്കാം. ഏതായാലും ഇൻഡസൻ ബാങ്ക് 39% ഒരു കുറവായിരുന്നു ലാഭത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. എന്തായാലും ഇൻഡസൻ ബാങ്കിൻ്റെ ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ഇന്ന് ഏകദേശം 1% ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അനില, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിലെ സ്റ്റോക്കിംഗ് ന്യൂസുകളും ആ ന്യൂസിൻ്റെ ഒരു സ്റ്റോക്കിലുള്ള പെർഫോമൻസും. അനില, താങ്ക് യു സോ മച്ച് വിഷ്ണു. ഏതായാലും വിഷ്ണു ആയിരുന്നു ഇത്രയും ഡീറ്റെയിൽസ് പങ്കുവെച്ചത്. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു മാർക്കറ്റ് സ്ക്രീനിൻ്റെ ഒരു സെഷൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ മാർക്കറ്റ് സ്ക്രീനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് ബജറ്റാണ്. സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും അധികം ഏതൊരു പ്രേക്ഷകനും ഏതൊരു നിക്ഷേപകരും ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ടാവുക, ടാക്സ് കട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും നിങ്ങളെ ബാധിക്കുക. ഇനി ഒരു ലോങ് ടേം നിക്ഷേപം, ഓഹരി വിപണിയിൽ ഒരു ലോങ് ടേം നിക്ഷേപകനാണെങ്കിൽ എങ്ങനെയായിരിക്കണം മ്യൂച്വൽ ഫണ്ടിൽ ക്യാപിറ്റൽ ഗെയിൻസുമായി ബന്ധപ്പെട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതടക്കമുള്ള ഡീറ്റെയിൽസും ഒപ്പം തന്നെ അതിനെ സംബന്ധിച്ച് ഇൻസൈറ്റുമായിട്ട് ഇന്നിപ്പോൾ ഒരു ചിറ്റ് ഷോയുമായിട്ട് ACCA മെമ്പർ തീർത്ഥ ധനമാലും ഒപ്പം തന്നെ ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ആനന്ദും നിങ്ങൾക്ക് മുന്നിലേക്ക് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ആനന്ദ് ആൻഡ് തീർത്ഥ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. Yes, we will take it from here. As an ACCA member, നിലവിൽ നമ്മുടെ സാലറിയുടെ ഒരു ടാക്സ് സ്ലാബ് അത് നിലവിൽ 7 lakh ടാക്സിന് എക്സെംപ്റ്റഡ് ആണ്. അപ്പം ഈ ഒരു ബജറ്റിൽ നമ്മുടെ ടാക്സിനോടനുബന്ധിച്ച് അത് ഇൻകം ടാക്സ്, വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻസ് ആക്ച്വലി? നമ്മൾ ആക്ച്വലി ഇന്ത്യയുടെ മൊത്തം ഒരു എക്കണോമി നോക്കുകയാണെങ്കിൽ ഇപ്പം ആഫ്റ്റർ കോവിഡ് എന്നൊരു നോക്കുകയാണെങ്കിൽ ഓബ്വിയസ്ലി GDP ഒരുപാട് ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ കറണ്ട് ഇയറും പ്രയർ ഇയറും മാത്രം കമ്പയർ ചെയ്യുകയാണെങ്കിൽ കറണ്ട് ഇയറിൽ ആക്ച്വലി റെഡ്യൂസ് ആണ് ചെയ്തേക്കുന്നത്. GDP റെഡ്യൂസ് ചെയ്യുന്ന പറയുമ്പോൾ എക്കണോമിയിലേക്കുള്ള ഇൻകത്തിൻ്റെ അല്ലെങ്കിൽ എമൗണ്ടിൻ്റെ പമ്പിങ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഓബ്വിയസ് ആയിട്ടും GDP ഇനി ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിന് അതനുസരിച്ചിട്ടുള്ള പോളിസീസ് കൊണ്ടുവരേണ്ടി വരും. അതായത് ആൾക്കാർ, നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ എക്കണോമിയിലേക്ക് കാശ് ഇടാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ കൺസംപ്ഷൻ കൂടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കേണ്ട ആവശ്യമുണ്ട്.
അപ്പോൾ അതിന് ആദ്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇൻകം ടാക്സിൽ ഒരു എക്സംഷൻസ് കൊണ്ടുവരിക എന്നുള്ളത്. അല്ലാതെ പിന്നെ സെൻട്രൽ ബാങ്കിനും ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരാം. അതായത് ഈ 7 ലാഖിൽ നിന്ന് കൂട്ടാനാണോ പോസിബിലിറ്റി? 7 ലാക്സിൽ നിന്ന് ഓബ്വിയസ്ലി 7 ലാക്സ് ഇപ്പോൾ എക്സെപ്റ്റഡ് ആണ്. നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് ബാക്കി ഉണ്ടെങ്കിലല്ലേ എക്കണോമിയിലേക്ക് ഇത് കാശ് പോകത്തുള്ളൂ, അല്ലെങ്കിൽ കൺസംഷൻ മൊത്തത്തിൽ കൂടത്തുള്ളൂ. എന്നാലാണ് ഈ പറയുന്ന GDP ഗ്രോത്ത് ഇതിലൊക്കെ മൊത്തത്തിൽ എഫക്റ്റ് വരത്തുള്ളൂ. അപ്പം ഗവൺമെൻറ് അല്ലാതെ പിന്നെ റോളുള്ളത് സെൻട്രൽ ബാങ്കിനും പിന്നെ RBIക്കൊക്കെയാണ്. അത് ഇൻട്രസ്റ്റ് റേറ്റും മോണിറ്ററി പോളിസിയും അതൊക്കെ. പക്ഷേ ഗവൺമെൻറ്റിന് ആസ് ഓഫ് നൗ ചെയ്യാൻ പറ്റുന്നത് ഇൻകം ടാക്സിൻ്റെ സ്ലാബ്, അതായത് എക്സംഷൻ സ്ലാബ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അനന്ത് പറഞ്ഞ പോലെ 7 ലാക്സ് വരെ എക്സംപ്റ്റഡ് ആണ് ഓൾറെഡി. അതിന് മുകളിലേക്കാണ് ടാക്സ് സ്ലാബ് റേറ്റ്സ് ഒക്കെ വരുന്നത്. പക്ഷേ ഈ വർഷം എക്സ്പേർട്സ് പറയുന്നുണ്ട്, എക്സ്പേർട്സ് സജഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്, ദാറ്റ് ഈ 7 ലാക്സിൻ്റെ സ്ലാബ് ഒരു 10 ലാക്സിലേക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ചേഞ്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒരു ഡൗട്ടായിട്ട് ചോദിക്കാം, സപ്പോസ് ഇപ്പം 7 ലാക്സ് എന്ന സ്ലാബ് കുറയ്ക്കുകയാണ്, അത് ഗവൺമെൻറ്റിന് ഓബിയസ്ലി അവർക്ക് പുതിയ സർവീസസ്, പുതിയ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മെയിൻലി ഇൻകം വേണം. അപ്പോൾ അതിന് ഈ ടാക്സ് സ്ലാബ് കുറയ്ക്കുകയാണെങ്കിൽ അതിന് എത്രമാത്രം സാധ്യതയുണ്ട് ഈ ഒരു ടാക്സ് സ്ലാബ് കുറയ്ക്കാനുള്ള അങ്ങനെ നമ്മൾ ആക്ച്വലി ഈ ഒരു ബഡ്ജറ്റിൽ ഒരു സർപ്രൈസസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു റിലീഫാണ് എല്ലാ ടാക്സ് പേയേഴ്സും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതുവരെയുള്ള ഇൻഫർമേഷനും ന്യൂസും എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് അങ്ങനെ കുറയ്ക്കാനുള്ള സാധ്യതകളല്ല, ഒരു റിലീഫാണ് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു 7 ലാക്സിൻ്റെ കേസ് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിലൊരു കമൻറ്റ് ഞാൻ കണ്ടത്, ലൈക്ക് ദ മിഡിൽ ക്ലാസ് ഈസ് ഗെറ്റിംഗ് ലൂട്ടഡ്. അതായത് ടാക്സ് അടയ്ക്കണവൻ അടച്ചുകൊണ്ടിരിക്കുന്നു, ടാക്സ് അടയ്ക്കാത്തവന് വേറെ ലൂപ്പ് ഹോൾസ് വഴി ടാക്സിൽ നിന്ന് എന്താണ് എക്സെപ്ഷൻസ് കിട്ടുന്നു. സോ മിഡിൽ ക്ലാസ്, മെയിൻലി മിഡിൽ ക്ലാസ്, അല്ലെങ്കിൽ ആ ഒരു സാധാരണ തൊഴിലാളികൾ, അല്ലെങ്കിൽ ഒരു മന്ത്ലി സാലറിക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ദേ ആർ ആക്ച്വലി സ്ട്രഗിളിങ്, മേ ബി നോട്ട് മേ ബി. അപ്പം അവർക്ക് വേണ്ടി ഈ ഒരു ടാക്സ് സ്ലാബ് കൂട്ടാനുള്ള പോസിബിലിറ്റീസ് ആണ് പറഞ്ഞു വരുന്നത്. അതെ, അതായത് ഒരു 10 ലാക്സ് പെർ ആനം ഇൻകം വരുന്ന ഒരാൾക്ക് അത്രയും എക്സംപ്റ്റഡ് ആണല്ലോ. പിന്നെ മുകളിലേക്കുള്ള ടാക്സ് ആണ് എന്താണ് സ്ലാബിൻ്റെ കാര്യവും റേറ്റിൻ്റെ കാര്യമൊക്കെയാണ് നമ്മൾ ഈ ബഡ്ജറ്റിൽ 25-26 ബഡ്ജറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ഓബ്വിയസ്ലി അങ്ങനെ ചെയ്യുമ്പം കയ്യിലുള്ള എമൗണ്ട്, ആൾക്കാരുടെ കയ്യിൽ ടാക്സ് പേയേഴ്സിൻ്റെ കയ്യിൽ എമൗണ്ട് പിന്നെയും ബാലൻസ് വരും. അപ്പോൾ ഓബ്വിയസ്ലി ഇപ്പം സ്പെൻഡിങ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ എക്കണോമിയിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുന്നു, അപ്പം സ്പെൻഡ് ചെയ്യുന്നു, കാശ് പിന്നെയും പോകുന്നു. അല്ലാത്തവർ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ എക്കണോമിയിലേക്ക് ഫണ്ട്, അതായത് ക്യാഷ് പമ്പ് ചെയ്യാനുള്ള ഓരോ സൊല്യൂഷൻസാണ് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി ക്യാപിറ്റൽ ഗെയിൻസിലുള്ള ഇൻക്രീസ്, ക്യാപിറ്റൽ, അതായത് ഇപ്പം അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും, ഓരോ പേഴ്സണാലിറ്റി മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. ഇപ്പോൾ ചിലവരുടെ കയ്യിൽ ഇപ്പോൾ എക്സ്ട്രാ ക്യാഷ് ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ട്രിപ്പ് പോകാൻ താല്പര്യപ്പെടും, ചിലവരിപ്പം ചില സാധനങ്ങൾ മേടിക്കാൻ താല്പര്യപ്പെടും. പക്ഷേ ഇപ്പോഴത്തെ എനിക്കൊന്ന് ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ പിള്ളേർ കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വരുന്നുണ്ട്. ഇപ്പം മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും സ്റ്റോക്സ് ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓബ്വിയസ്ലി ആ ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലും എഫക്റ്റ് വരും. അപ്പം അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ വരികയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസിന് എന്തൊക്കെ ഒരു ഷോർട്ട് ടേം ലോങ് ടേം ഒക്കെ ഡിഫറൻസ് എന്താ വരിക? ഇപ്പം ഞാനും ക്യാപിറ്റൽ ഗെയിൻസ് എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് 2 ടൈപ്പ് ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫണ്ട് എടുത്തിട്ട് ഒരു എബവ് 1 ഇയർ ഹോൾഡ് ചെയ്യുകയാണ്, മന്ത്ലി നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നു എബവ് 1 ഇയർ, അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ബിലോ 1 ഇയർ ആണ് വരുന്നത്. ഓക്കെ, സോ 2005 to 2018 ആ സമയത്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് മോസ്റ്റ്ലി ആ ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിരുന്നു. അതായത് നമ്മളിത് വിഡ്രോ ചെയ്യുമ്പം ആ സമയത്ത് നമ്മൾ STT അടയ്ക്കുന്നുണ്ടെങ്കിൽ, STT ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഇല്ലായിരുന്നു. ബട്ട് ആ സമയത്ത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഐ തിങ്ക് അറൌണ്ട് 15% ആ സമയത്ത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടായിരുന്നു. ആൻഡ് 2018 to 2024 ആ സമയത്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 20% വന്നു. ഓക്കെ, and short term capital gain still around short term capital gain 20%, long term capital gain I think around 10% ആണ് ആ സമയത്ത് long term capital gain വന്നത്.
ആൻഡ് നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ ബജറ്റിന് അത് അറൗണ്ട് 10% നിന്ന് 12% ആക്കി. ലോങ് ടേം ക്യാപിറ്റൽ 12.5. അത് ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റൗണ്ട് നമ്പർ അല്ല, 12.5. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു തവണയും ഐ തിങ്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് വീണ്ടും ഒരു ചെറിയ രീതിക്കാണെങ്കിൽ ഒരു മുന്നേറ്റം വരാം. ഒരു ഇൻക്രീസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്, ഒരു 12.5 എന്നൊരു നമ്പറാണ്. ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റും ഉണ്ട് അതിൽ. ബട്ട് മോസ്റ്റ്ലി നമ്മൾ ഇപ്പം 10-ൽ നിന്ന് 12.5 ആക്കിയിട്ട് പോലും ആൾക്കാരുടെ മ്യൂച്വൽ ഫണ്ടിനുള്ള ഇൻവോൾവ്മെൻറ്റ് കുറയുന്നില്ല. ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണെങ്കിലും അത് കുറയുന്നില്ല, അത് കൂടുന്നേ ഉള്ളൂ. സോ ഇനിഷ്യൽ സ്റ്റേജസിൽ, അതായത് ഇപ്പം വരുന്ന ബജറ്റിൽ പറയുകയാണ് ഒരു 12.5-ൽ നിന്ന് ഐ തിങ്ക് ഒരു 14 ആക്കി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ്. അപ്പം അത് ദാറ്റ് ക്യാൻ ക്രിയേറ്റ് എ പാനിക് ഇൻ ദ മാർക്കറ്റ് ആ ഒരു സമയത്ത് മാത്രം. അതിപ്പോൾ സാധാരണ ഒരാൾ നോക്കുമ്പം എന്താണ് ഒരു പെട്ടെന്ന് ടാക്സ് കൂട്ടുന്നു, 1 ലക്ഷം രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 15% അതിൻ്റെ ടാക്സ് ആയിട്ട് അടയ്ക്കണം, വിച്ച് ഈസ് അറൗണ്ട് 15,000 നമുക്കവിടെ ടാക്സ് ആയിട്ട് അടയ്ക്കണം. അപ്പം അതൊരു ടെമ്പററി പാനിക് എന്തായാലും മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതായത് ഇപ്പം ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണിത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഇൻകം ടാക്സും ക്യാപിറ്റൽ ഗെയിൻസും, ബട്ട് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ ലാസ്റ്റ് 3 months എടുക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് നല്ല ഫോളോ ആണ് വന്നത്. നിഫ്റ്റി ആണെങ്കിൽ ഐ തിങ്ക് അറൗണ്ട് 10 to 12% ഓൾ ടൈം ഹൈയിൽ നിന്ന് വീണു. ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് സെയിം ആണ് നിൽക്കുന്നത്. ബാക്കി സെക്ടോറൽ ഇൻഡെക്സുകളെല്ലാം എബവ് 8% ഫോൾ നിൽക്കുന്നുണ്ട്. സോ ഒരു കറക്ഷൻ ഉണ്ട് മാർക്കറ്റിൽ. സോ ആ ഒരു കറക്ഷൻ വന്നേക്കുന്നത് ഈ ഒരു ടാക്സ് കൂടും. ലൈക്ക് മാർക്കറ്റ് കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അതായത് നമുക്ക് നടക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് ആക്ച്വലി മാർക്കറ്റിലെ ബിഗ് പ്ലേയേഴ്സ് ദേ ഹാവ് അനാലിസ്റ്റ്, ദേ ഹാവ് റിസർച്ച് ടീം. സോ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ നിലവിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ നിലവിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒരു ഇൻക്രീസ് വരാമെന്നുള്ളത്. അപ്പോൾ അത് കുറയ്ക്കുകയാണ്. ഇപ്പം അത് കുറയ്ക്കാൻ സാധ്യത കുറവാണ്. ബിക്കോസ് മ്യൂച്വൽ ഫണ്ടിൽ ആരും പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. സോ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടാക്സ് കുറയ്ക്കാം. ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഇപ്പോൾ 12.5 നിന്ന് 10 ആക്കി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ടാക്സ് കുറഞ്ഞു. സോ ഒരാൾ വെച്ച് നോക്കുമ്പം റിയൽ എസ്റ്റേറ്റിനേക്കാൾ എന്തുകൊണ്ട് ലാഭം എന്താ, മ്യൂച്വൽ ഫണ്ട്, ടാക്സ് കുറവാണ്. ബട്ട് മ്യൂച്വൽ ഫണ്ട് ആൻഡ് അതർ ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സ്റ്റിൽ ഗ്രോയിങ്. ഓക്കെ, അതായത് ലാസ്റ്റ് ഇയറിൽ 20%, 12.5%. അതിൽ നിന്ന് ഈ വർഷം രണ്ടിലും ഒരു ഇൻക്രീസ് ഉണ്ടാവും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഷോർട്ട് ടേമിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ബിക്കോസ് ഷോർട്ട് ടേമിൽ ഓൾറെഡി 20% ഉണ്ട്, വിച്ച് ഈസ് എബവ് ആവറേജ്. അതെ, ഹൈ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് അതിന് 2 കാര്യങ്ങളുണ്ട്. ഇപ്പം നിലവിൽ നമ്മുടെ 20% ഞാനിപ്പോൾ നിലവിലുള്ളത്, ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറച്ചും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ടാക്സ് കൂട്ടാം. ഓക്കെ, ഇപ്പം സപ്പോസ് ഇപ്പം ലാസ്റ്റ് 3 months 10% ഫോൾ ഉണ്ടായി. അതായത് നമ്മുടെ ഒക്ടോബറിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുടെ പോർട്ട്ഫോളിയോയിൽ നിലവിൽ ഇപ്പോൾ അറൗണ്ട് ഒരു ലാർജ് ക്യാപ് ഫണ്ട് ആണെങ്കിൽ നിലവിലൊരു 10 to 15% റെഡിലാണ് കിടക്കുന്നത് നിലവിൽ. അപ്പം പുള്ളി എക്സിറ്റ് ചെയ്യരുത്. ഓക്കെ, അതായത് ഇപ്പം ആൾക്കാരുടെ പോർട്ട്ഫോളിയോ റെഡായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും, ആൾക്കാർ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ ടെൻഡൻസി വരും. സോ അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇതിപ്പോൾ എക്സിറ്റ് ചെയ്ത് എനിക്ക് ഇത്ര രൂപ നഷ്ടമാണ്, പ്ലസ് 20% ടാക്സും കൂടി കൊടുക്കണം. ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് നിലവിൽ 20%. അത് ആൾക്കാർ അവരുടെ ഇപ്പം മ്യൂച്വൽ ഫണ്ട് ഈസ് ആക്ച്വലി റിട്ടയർമെൻറ്റ് ഫണ്ടാണ് മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ എന്തൊക്കെ വന്നാലും ഒരു 10 years അല്ലെങ്കിൽ ഒരു 15 years നമ്മൾ എന്തൊക്കെ വന്നാലും ഹോൾഡ് ചെയ്യണം. സോ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു മേജർ ബെനിഫിറ്റ് കിട്ടുന്നത് ഒരു ആഫ്റ്റർ 5 അല്ലെങ്കിൽ ആഫ്റ്റർ 10 years കഴിഞ്ഞിട്ടാണ് ആ മേജർ ബെനിഫിറ്റ് കിട്ടുന്നത്. സോ ആൾക്കാരൊരു 1 yearലെ ഒരു ടെമ്പററി ആയിട്ടുള്ള വോളറ്റാലിറ്റി, സപ്പോസ് 1 year ഫുൾ നെഗറ്റീവാണ് മാർക്കറ്റ്, അപ്പോൾ ആ ഒരു സമയത്ത് ആൾക്കാർ പോർട്ട്ഫോളിയോ എക്സിറ്റ് ചെയ്ത് പോകരുത്. അല്ലെങ്കിൽ 1 year കൊണ്ട് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടി, അപ്പം ആ ഒരു സമയത്ത് എന്ത് ആൾക്കാരെ പോർട്ട്ഫോളിയോ എക്സിറ്റ് ചെയ്യരുത്. സോ അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണമെങ്കിൽ ഗവൺമെൻറ് ടാക്സ് കൂട്ടാം. ഓക്കെ, അതൊരു പോസിബിലിറ്റിയാണ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കൂട്ടാനുള്ള പോസിബിലിറ്റി. രണ്ടാമത്തത്, ആൾക്കാരുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ചെറിയൊരു ഗ്രീൻ കാണുകയാണെങ്കിലും
ബീൻ കാണുമ്പോൾ ചെറിയൊരു നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺസ് അവർക്ക് കിട്ടി. ആൾക്കാരുടെ പ്രോഫിറ്റ് കണ്ട ആൾക്കാർ മോസ്റ്റ്ലി അല്ലെങ്കിൽ ഒരു നോർമലി ഒരു സൈക്കോളജിക്കൽ ടെൻഡൻസി എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ ഗ്രീൻ ആണെങ്കിൽ എക്സിറ്റ് ചെയ്യും. ഓക്കെ, എക്സിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ കൂടുതലാണ്. സോ അതിനെ മുതലെടുക്കാനായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കൂട്ടാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. ഈ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഓൾറെഡി 20% ആണ്. ഐ തിങ്ക് ഐ വിൽ ഗോ വിത്ത് ദ സെക്കൻഡ് വൺ. ഓക്കെ, സോ ഗവൺമെന്റിന് ബട്ട് അത് ഒരു അതായത് ബേസിക്കലി ഒരു എല്ലാവരുടെ ഉള്ളിലൊരു ഇൻവെസ്റ്റിംഗ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് പോലെ ടാക്സ്, അത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇൻക്രീസ് ചെയ്യാൻ ഷോർട്ട് ടേമിൽ ഇൻക്രീസ് ചെയ്യാനാണ് ചാൻസ്. അതെ, ഇൻവെസ്റ്റിംഗ് മൈൻഡ് സെറ്റ് കൂട്ടാനായിട്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് കുറയ്ക്കുക ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് കൂട്ടുക, ആ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. ആൻഡ് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പം എന്തായാലും പുതിയ റെജീംസ് ബജറ്റിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ബജറ്റ് കൂടി കഴിയുമ്പം ആൾക്കാർ ഓൾഡ് റെജീമിൽ നിന്ന് ന്യൂ റെജീമിലേക്ക്, ടാക്സ് റെജീമിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള എത്രമാത്രം പോസിബിലിറ്റീസ് ഉണ്ട്? ആക്ച്വലി നമുക്ക് ഗവൺമെൻറ് ഓൾഡ് റെജീമിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു വില്ലൻ തരുന്നുണ്ട്. ന്യൂ റെജീം എടുക്കേണ്ടവർക്ക് അങ്ങനെയുള്ള ഇത് തരുന്നുണ്ട്. അതായത് ഇപ്പം ചില ആൾക്കാർ ഇപ്പം മുന്നേ തൊട്ട് ടാക്സ് പേ ചെയ്ത് വരുന്നത് ആൾക്കാർ ഇപ്പം ഓൾഡ് റെജീമിൻ്റെ ഒരു എക്സെംഷൻസും എല്ലാം കണക്കിലാക്കി അവരുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇൻഷുറൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഫോർവേഡിലേക്ക് ആ ഒരു ഫ്യൂച്ചറിൽ അത് കണ്ടിട്ട് പ്ലാൻ ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ദേ ക്യാൻ സ്റ്റിൽ കണ്ടിന്യൂ ഓൾഡ് റെജീം എന്നാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത്. പക്ഷേ ഗവൺമെൻറ് എപ്പോഴും ന്യൂ റെജീമിലേക്ക് മാറാനാണ് എൻകറേജ് ചെയ്യുന്നത്. അത് ഓരോ ബഡ്ജറ്റുകൾ ഓരോ വർഷം അവർ പ്രസൻറ്റ് ചെയ്യുമ്പോഴും ന്യൂ റെജീംസിലാണ് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ യെസ്. ഇപ്പം നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 70% ആൾക്കാർ ന്യൂയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ബട്ട് സ്റ്റിൽ കുറേ അത് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മേ ബി എനിക്ക് തോന്നുന്നു അതിലുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിൻ്റ് ആൾക്കാർ കാണുന്നത് അതിൻ്റെ എക്സെംഷൻസ് ആണ്. ഇൻഷുറൻസും പിന്നെ അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കുറച്ച് സ്കീംസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ എക്സംഷൻസ് അതിൽ വരുന്നതുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ അതെടുക്കുന്നത്. അതിൽ എനിക്കൊന്ന് ഈ സ്കീമിൽ തന്നെ കുറേ കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതായത് ELSS മോസ്റ്റ്ലി ടാക്സ് ഫ്രീ ആണ്, പ്ലസ് ഒരെണ്ണം വരുന്ന ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. ഇപ്പം എനിക്കിപ്പം ഇപ്പം നേരത്തെ ആയിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് ഹൗസിംഗ് ലോൺ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, അത് ശരിക്കും നമ്മുടെ എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സോ അതങ്ങനെ അപ്പം 80 അടിയിലാണ് ഇത് വരുന്നത്. അപ്പം അങ്ങനെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് എനിക്ക് ടാക്സ് എക്സെപ്ഷൻസ് കിട്ടുമായിരുന്നു. ഓക്കെ, ബട്ട് അപ്പം ആ ഒരു എക്സ്പെൻസ് തന്നെ എന്തുകൊണ്ട് അതിനെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്കിക്കൂടാ എന്നൊരു തോട്ട് ഗവൺമെൻറ് വന്നപ്പോഴാണ് 80 അടിയിൽ ELSS സ്കീംസും കൂടി കൊണ്ടുവന്നു. ഓക്കെ, അത് ELSS സ്കീംസ് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് മ്യൂച്വൽ ഫണ്ട്, പക്ഷേ വ്യത്യാസമുള്ള ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. ഇപ്പം 80 അടുത്ത് തന്നെ FD വരുന്നുണ്ട്. അതായത് നമുക്കൊരു 4 years അല്ലെങ്കിൽ 5 years നമ്മൾ FD ഇട്ടു മെച്യൂർ ആയി, ആ എമൗണ്ട് ടാക്സ് ഫ്രീ ആണത്. ഓക്കെ, ബട്ട് ELSS സ്കീംസിലേക്ക് വരുമ്പോൾ അവിടെ ലോക്ക് ഇൻ പീരീഡ് ഐ തിങ്ക് അറൗണ്ട് 3 years ആണ് ലോക്ക് ഇൻ പീരീഡ് അവിടെ വരുന്നത്. ആൻഡ് ഇക്വിറ്റി ലിങ്ക്ഡ് ആണ്. നമുക്ക് ക്യാൻ എക്സ്പെക്ട് അറൗണ്ട് ഒരു നോർമൽ മാർക്കറ്റ് റേറ്റിൽ ഒരു 15 to 16% റിട്ടേൺസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റും. അപ്പം സോ അത് ടാക്സ് ഫ്രീ ആണത്. ആൻഡ് ന്യൂ റെജീമിലേക്ക് വരുമ്പം ELSS ഐ തിങ്ക് ELSS കുറച്ചും കൂടി അപ്ലിഫ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കാനാണ് പോസിബിലിറ്റി എന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ അതായിരുന്നു പറഞ്ഞു വന്നത്. ഓൾഡ് റെജീം ടാക്സ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും കുറേ പേര് അതിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതുപോലത്തെ പല സ്കീംസും അതിൻ്റെ ബെനിഫിറ്റ്സും അതിലുണ്ട്. ഇപ്പം ഗവൺമെൻറ് ന്യൂ റെജീമാണ് അവർ അതെടുക്കാനാണ് അവർ എൻകറേജ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതുപോലത്തെ സ്കീംസ് ഫ്യൂച്ചറിലേക്ക് ചിലപ്പം എൻകറേജ് ചെയ്യണമെന്നില്ല, ഈ പറഞ്ഞ പോലെ അപ്ലിഫ്റ്റ് ചെയ്യണമെന്നില്ല, ചാൻസസ് ആ ദെയർ. അപ്പം ഓൾറെഡി ഒരു നല്ല പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ മാറിക്കഴിഞ്ഞു, ഇനിയും കുറേ പേര് മാറാണ്ട്. അപ്പോൾ സ്ലോലി ഈ ഓൾഡ് റെജീമിനെ മൊത്തമായിട്ട് അങ്ങ് ഇതാക്കാനായിരിക്കും പ്ലാൻ, അങ്ങനെയായിരിക്കും കാണുന്നത്. അപ്പം ഒറ്റയടിക്ക് അതിനെ അടിച്ചമർത്താതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ ഇത് പ്ലാൻ ചെയ്തിട്ട് അവരുടെ ഫ്യൂച്ചറും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഇന്ന് തൊട്ട് ഇതില്ല നിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ആൾക്കാരെ ഗവൺമെൻറ് ഇടുന്നില്ല, എപ്പോഴും ഇങ്ങനെ ഒരു ഓപ്ഷൻ വെക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു ഇതെന്ന് പറയുന്നത് വൺസ് ഓൾഡിൽ നിന്ന് ന്യൂയിലേക്ക് സ്വിച്ച് ചെയ്താൽ പിന്നെ തിരിച്ചു പോകാൻ പറ്റത്തില്ല.
അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ക്യാച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സപ്പോസ് ഇപ്പം ഞാൻ ELSS ഓൾഡ് റെജീമിൽ ELSS ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ആ സ്കീമിൽ സ്വിച്ച് ചെയ്ത് മ്യൂച്വൽ ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്തു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ 12.5%, 20% എനിക്ക് ടാക്സ് അടയ്ക്കണം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ELSS സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. ഇല്ല, അത് വൺസ് ഓൾഡിൽ നിന്ന് ന്യൂയിലേക്ക് പോയാൽ പിന്നെ തിരിച്ച് ഓൾഡിലേക്ക് പോകാൻ പറ്റത്തില്ല. ആ ഒരു ഷിഫ്റ്റ്, ആ ഒരു ഓൾഡിൽ നിന്ന് ന്യൂയിലേക്ക് പോകുന്ന ഷിഫ്റ്റ് ടാക്സിലും ഇല്ലേ ശരിക്കും? ടാക്സ് ഇൻകം ടാക്സിലെ കാര്യമാണ് മെയിനായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ട് ഇതായിട്ട്, അതായത് 2020 ഈ ന്യൂ റെജീം സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് കുറേ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു റിലീഫ് പയ്യെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് എക്സംഷൻ, മൊത്തത്തിലുള്ള എക്സംഷൻ കൂട്ടിയിട്ട് അല്ലാതെ ഇൻഷുറൻസ് അങ്ങനെ കുറേ ഡിഡക്ഷൻസ് വരുന്നുണ്ട് നമ്മൾ ആ മൊത്തത്തിലുള്ള ടാക്സബിൾ ഇൻകത്തിൽ നിന്ന്. ഇതെല്ലാം പയ്യെ ഒഴിവാക്കി എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പലയിടത്തുനിന്നും പല അഭിപ്രായമുണ്ട്. അത് ഇറ്റ്സ് മേക്കിംഗ് ഇറ്റ് മോർ കോംപ്ലിക്കേറ്റഡ് എന്നുള്ള അഭിപ്രായങ്ങളും ഉള്ളവരുണ്ട്. പക്ഷേ ഇതാണ് കുറച്ചും കൂടി എളുപ്പം. അങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ എന്തായാലും ആസ് ഓഫ് നൗ ഇപ്പോൾ ന്യൂ റെജീമിലേക്കാണ് ഇനി പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ എന്തായാലും ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ബജറ്റ് അവതരിപ്പിക്കാനായിട്ട്. അപ്പം ഈ നമ്മൾ ടാക്സിനെ പറ്റി സംസാരിച്ചു, ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റി നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഒരു സാധാരണ ഒരാളെ വെച്ച് നോക്കുമ്പം ടാക്സിൻ്റെ കാൽക്കുലേഷൻസ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അല്ലെങ്കിൽ അത് ഇപ്പം ഇപ്പോൾ ഒരു 7 lakh ഉള്ള ഒരാൾക്ക് എന്തെല്ലാം ടാക്സ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇയർലി അറൗണ്ട് ഒരു 8 LPA ഉള്ള ആൾക്ക് കുറച്ച് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, കുറച്ച് റെൻ്റൽ ഇൻകംസ് ഉണ്ട്. അതല്ലാതെ ഇപ്പോൾ സപ്പോസ് ആൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്സും ഉണ്ട്. അപ്പം ഇത്രയും ഇൻകം വരുമ്പം ആൾക്ക് എവിടെ ഏതിൻ്റെയൊക്കെ കീഴിൽ ടാക്സ് ഫയൽ ചെയ്യണം എന്നുള്ള കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസിൽ പ്രശ്നങ്ങൾ വരാം. അതായത് നമ്മൾ ആ ഒരു ടാക്സ് പ്ലാനിങ് കൃത്യമായിട്ട് നടക്കാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ് ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ. സോ അത് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആക്കാൻ വേണ്ടി ഈ ഒരു ബജറ്റിൽ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞതുപോലെ ആക്ച്വലി ഇൻ ഫുൾ പിക്ചർ, മൊത്തം പിക്ചറിൽ ഇൻ കമ്മിങ് ഇയേഴ്സ് ഈ ടാക്സ് കാൽക്കുലേഷൻസുള്ള പരിപാടി ഭയങ്കര എളുപ്പമാക്കണം, സിംപ്ലിഫൈ ചെയ്യണം എന്നുള്ള പ്രോസസ്സിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ഓരോ ഇത് റെഡ്യൂസ് ചെയ്യുന്നു. ഇപ്പം സാധാരണ നമ്മൾക്ക് ഇത്ര ഇൻകം ഉണ്ട്, പിന്നെ ഇൻകത്തിൽ നമ്മുടെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് പോകുന്നു, ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് ടാക്സബിൾ ഇൻകം വന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ ടാക്സ് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേഷൻ പോകുന്നത്. ഇപ്പം സ്ലോലി വരുന്ന പിന്നെന്താ സ്ലാബ്സും ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊന്നുമേ ഇല്ല, നിങ്ങൾക്ക് ഇത്ര ഇൻകം ഉണ്ടോ അതിനൊക്കെ നിങ്ങൾ ടാക്സ് അടയ്ക്കുക എന്നുള്ള രീതിക്ക്. സെപ്പറേറ്റ് സ്ലാബ്സ് ഇല്ല. സെപ്പറേറ്റ് സ്ലാബ്സ് എന്നല്ല, അതായത് ഇങ്ങനത്തെ വേറെ കോംപ്ലിക്കേറ്റഡ് ആയുള്ള ഡിഡക്ഷൻസോ അല്ലെങ്കിൽ നമുക്കിത് എവിടെ കുറയ്ക്കാം എവിടെ വെട്ടിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. ഇത് സിംപ്ലിഫൈ ചെയ്യാനുള്ളൊരു പ്രോസസ്സിലാണ് ഓവർ എ പീരീഡ് ഓഫ് ടൈം, അല്ലെങ്കിൽ ഓരോ ഇയേഴ്സിൽ ഓരോ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്ത് ഇതൊരു ഓവർ ഇയർ സിംപ്ലിഫൈ ചെയ്യാനുള്ളൊരു പ്രോസസ്സിലാണ്. പക്ഷേ സെയിം ടൈം ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുവാന്നും ഒരു സൈഡിൽ വാദം വരുന്നുണ്ട്. അങ്ങനെ ഒരു ഒപ്പീനിയനും ഉണ്ട്. സോ ഗവൺമെൻറ്റിൻ്റെ ഈ ടാക്സ് റിലേറ്റഡ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ആണെങ്കിലും മൈനർ ചേഞ്ചസ് ഒരു നെക്സ്റ്റ് 50 ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ചേഞ്ചാണ് ആക്ച്വലി. ആഫ്റ്റർ കോവിഡ് GDPക്ക് ഭയങ്കര ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ബൈ 2030 നമ്മൾ ഏതൊക്കെയോ യെസ് അത്രയും വരും എന്നൊക്കെയുള്ളൊരു ആൻറ്റിസിപ്പേഷൻ ഉണ്ട്. അപ്പം അത്രയും GDP വരണമെങ്കിൽ ഓഫ് കോഴ്സ് അതനുസരിച്ചിട്ടുള്ള പ്ലാനിങ്, അതനുസരിച്ചുള്ള ടാക്സ്, അതിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു മേജർ ഒരു റവന്യൂ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ടാക്സ് ആണ്, അവരുടെ സിറ്റിസൺസിൻ്റെ ടാക്സ് ആണ്. അവിടെ ഞാനൊന്ന് ഇൻറ്ററപ്റ്റ് ചെയ്യാം. അപ്പം ടാക്സിൻ്റെ കേസ് പറഞ്ഞു, അപ്പോൾ അവിടെ ഈ ടാക്സ് സ്ലാബ് കുറയ്ക്കുകയാണ്. ഇപ്പം 7 lakh എന്നുള്ള ഇപ്പം നോർമൽ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ടാക്സ് സ്ലാബ് 7 lakh ആണ്. 7 lakh മാറ്റി ആഫ്റ്റർ 10 lakh ആണ് ടാക്സ്, അങ്ങനെ ആക്കി. അപ്പോൾ ബട്ട് അങ്ങനെ നോക്കുമ്പം ഗവൺമെൻറ്റിൻ്റെ റവന്യൂവിൽ അവിടെ നല്ല രീതിക്കുള്ള ഒരു ഡിക്രീസ് നമുക്ക് കാണാൻ പറ്റും. യെസ്, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് റവന്യൂ കുറയും, പക്ഷേ സെയിം ടൈം വേറെ ഒരുപാട് ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ലോങ്ങർ വ്യൂവിൽ GDP ഇൻക്രീസ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ എക്കണോമിയിലേക്ക് കൂടുതൽ ഫണ്ട് പോകണമെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് വേണം. അപ്പം അൾട്ടിമേറ്റ്ലി ടാക്സ് പിടിക്കുന്നത് ഗവൺമെൻറ് കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ കയ്യിൽ കാശ് കൂടുതലുണ്ടാകും. കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ സ്പെൻഡിങ് ഹാബിറ്റ്സ്
മാറാം, അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ മേടിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈൻഡ് സെറ്റ് വരാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെയും GDP-യിൽ അത് നല്ല രീതിയിൽ പോസിറ്റീവ് രീതിയിൽ അത് ഇമ്പാക്റ്റ് ചെയ്യും. പിന്നെ അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്ങിൻ്റെ ഒരു സംഭവം, അത് അവരുടെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ പല പല കാര്യങ്ങൾ അതർ സൈഡിൽ പിക്ചർ ഉണ്ട്. പക്ഷേ യെസ്, ഗവൺമെൻറ്റിന് റവന്യൂ നോക്കുകയാണെങ്കിൽ അത് കുറവായിട്ട് അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. പക്ഷേ ലൈക്ക് ബോത്ത് സൈഡ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്, റിട്ടയർമെൻറ്റ് പ്ലാനിങ്, പിന്നെ അല്ലാത്ത ഈ സ്പെൻഡിങ്, എക്കണോമിയിൽ അത് നല്ല രീതിയിൽ ബാധിക്കുക, എക്കണോമിയിലേക്ക് ഫണ്ട് പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതൊരു പോസിറ്റീവ് സൈഡാണ് ആക്ച്വലി. സോ അതായത് ബാലൻസ്ഡ് ആവുകയാണ് ശരിക്കും. യെസ്. ഇപ്പം ടാക്സ് സ്ലാബ് 10 lakhൽ നിന്ന് ഒരു സപ്പോസ് 7 lakhൽ നിന്ന് 10 lakh ആക്കി ടാക്സ് സ്ലാബ്, ആഫ്റ്റർ 10 lakh ആണ് ടാക്സ് അടയ്ക്കുന്നത്. ബട്ട് അവിടെ ഒരു ഡിക്രീസ് ഉണ്ടാകുകയാണെങ്കിലും ആൾക്കാരുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം യെസ്, അതായത് ഇപ്പം നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജനറലി ഒരു ഇന്ത്യൻസിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് ജനറലി ആള്. പക്ഷേ കഴിഞ്ഞ വർഷത്തേക്ക് ബഡ്ജറ്റ് വന്നിട്ട് ആക്ച്വലി ടാക്സ് ഒരു റിലീഫ് അല്ലായിരുന്നു, അത് കൂടുതലും ഒരു സ്ട്രെസ് ആയിട്ടായിരുന്നു പലവർക്കും വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെതായ കാരണങ്ങൾ കൊണ്ട് GDP-യിൽ ഡിക്രീസ് വന്നിട്ടുണ്ട്. അഫ്കോഴ്സ് കമ്പാരിറ്റീവ്ലി ഇൻക്രീസ് ആണ് മൊത്തത്തിൽ. പക്ഷേ അപ്പോൾ ആ ഒരു ഇത് വന്നേക്കുന്നത്, ആ ഒരു ഫോള് വന്നേക്കുന്നത് ആ ടാക്സിൻ്റെ സ്ലാബിൻ്റെ ചേഞ്ചസും അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാവാം. അപ്പം ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ നമ്മൾ ഒരു റിലീഫാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബൈ എല്ലാ മീൻസും. ഒരു റിലീഫ് വന്ന് അതിലൂടെ ഇക്കണോമി കുറച്ചും കൂടെ ബെറ്ററായി നമ്മൾ GDP-യിൽ അത് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ഇമ്പാക്റ്റ് വരും എന്നാണ് നമ്മൾ ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. യെസ്, ഓക്കെ. സോ ടാക്സ് റിലീഫ് വരാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. യെസ്, അതാണ്. ആ ടാക്സ് ഗവൺമെൻറ് ആൾക്കാരുടെ സ്പെൻഡിങ് ഹാബിറ്റ്സും ബാക്കി ഓൾട്ടർനേറ്റ് സോഴ്സസിലൂടെ അതിൻ്റെ ഒരു സഡൻ പെർസെൻറ്റേജ് ഗവൺമെൻറ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് ഒന്നുകൂടി ആഡ് റിട്ടയർമെൻറ്റ് പ്ലാനിനെ പറ്റി പറഞ്ഞു. ഓക്കെ, സോ ക്യാപിറ്റൽ ഗെയിൻസ്, നമുക്ക് വീണ്ടും ക്യാപിറ്റൽ ഗെയിൻസ് ചെയ്യാം. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസ് ഇപ്പം നിലവിൽ ലോങ് ടേം 12.5-ഉം ഷോർട്ട് ടേം നിലവിൽ 20 ആണ്. സോ ഈ റിലീഫ്, ഐ തിങ്ക് ഈ ഒരു റിലീഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഭാഗത്തിൽ വരാൻ സാധ്യത ഐ തിങ്ക് കുറവാണെന്ന് തന്നെയാണ്. ബിക്കോസ് ആസ് മ്യൂച്വൽ ഫണ്ട്സ് ആ ട്രെൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പം നിലവിൽ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടുണ്ട്, നിലവിലത്തെ ഏജ് ബ്രാക്കറ്റിൽ ബിലോ 30 years ഉള്ള ആൾക്കാരാണ് ഏറ്റവും അധികം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഡേ ബൈ ഡേ അത് കൂടുക തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് അവർ ആ ഒരു ടാക്സിനെ ബോദർ ചെയ്യുന്നില്ല ശരിക്കും. ഇപ്പോൾ 12.5 അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് 14 അല്ലെങ്കിൽ 15 ശരിക്കും അതിനെ എന്ത് ചെയ്യാം, അതിനെ ബോദർ ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. ബിക്കോസ് ഇപ്പം നേരത്തെ റിട്ടയർമെൻറ്റ് പ്ലാനിങ് പറഞ്ഞു, ചൈൽഡിൻ്റെ എഡ്യൂക്കേഷൻ പറഞ്ഞു, ഇപ്പോൾ സപ്പോസ് ഒരു വീടിൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ വന്നാലും ഒരു ആഫ്റ്റർ 20 years അല്ലെങ്കിൽ ഒരു 30 years ആയിരിക്കും മോസ്റ്റ്ലി ഈ അക്കംപ്ലിഷ്മെൻറ്റ്സിലേക്ക് പോകുന്നത്. സോ അവിടെ വെച്ച് നോക്കുമ്പോൾ ഒരു 12.5 അല്ലെങ്കിൽ ഒരു 14% ടാക്സ് കൊടുത്തത് കൊണ്ട് അവർക്ക് നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഇന്ത്യ ഈസ് എ ഗ്രോയിങ് എക്കണോമി ആൻഡ് വിൽ ഗ്രോ. ഒരു വളരെ സേഫ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ തന്നെ അറൗണ്ട് 15 to 16% വി ക്യാൻ എക്സ്പെക്ട് ഇയർലി. ആൻഡ് ഇൻഫ്ലേഷൻ, ഇൻഫ്ലേഷൻ എന്തൊക്കെ വന്നാലും മ്യൂച്വൽ ഫണ്ട്സ് ബീറ്റ് ചെയ്യും. ബട്ട് നോട്ട് ഇൻ എ ഷോർട്ട് പീരീഡ്, ഇൻ എ ലോങ് പീരീഡ്, അറൗണ്ട് ഒരു 5 years or 10 years ഇറ്റ് ക്യാൻ ബീറ്റ്. സോ ആൾക്കാർ കുറച്ചും കൂടി കുറച്ചും കൂടി പ്ലാൻഡ് ആണ് അവർ, കുറച്ചും കൂടി പ്ലാൻഡ് എന്ന് പറയാം ഇൻ ദെയർ ഇൻകം, ഇൻ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇൻ ദെയർ ടാക്സസ്, എല്ലാ കാര്യത്തിലും. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു ബജറ്റ് അതിന് വേണ്ടി ഒരു ടേണിംഗ് പോയിന്റ് ആവാം എന്നൊരു സാധ്യതയും കൂടി ഞാൻ കാണുന്നുണ്ട്. കുറച്ചും കൂടി വെൽ പ്ലാൻഡ് ആൻഡ് കുറച്ചും കൂടി ഒരു യങ് ജനറേഷനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്ന രീതിക്കുള്ള ബജറ്റായിട്ട്. അപ്പോൾ ബഡ്ജറ്റ് തുടങ്ങാൻ ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ. അപ്പോൾ ഇത് മാർക്കറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്? ഐ തിങ്ക് ഇപ്പം പ്രസന്റ് ഡേയിൽ നല്ല വോളറ്റാലിറ്റി ഉണ്ടാവാം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പം സപ്പോസ് ക്യാപിറ്റൽ ഗെയിൻസ് കൂട്ടുകയാണെങ്കിൽ, ഇപ്പം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 12.5, ആ നമ്പർ ഭയങ്കര സർപ്രൈസിങ് ആണ്. 12.5 എന്ന നമ്പർ, ആ 12.5 കൂട്ടി ഒരു 13 അല്ലെങ്കിൽ 14 ആക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിക്കുള്ള ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഒരു ഏകദേശം നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്. പക്ഷേ ഓൾട്ടർനേറ്റീവ്ലി അത് സ്റ്റേബിൾ ആണെങ്കിൽ, ഇപ്പം മാർക്കറ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം കറക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഒരു എഡ്ജ് ഓഫ് എ ബെയറിഷ് മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു എഡ്ജിലാണ് മാർക്കറ്റ് ഇരിക്കുന്നത്.
അപ്പം അങ്ങനത്തെ ഒരു കേസിൽ ഇപ്പം ആ ഒരു ടാക്സ് സ്ലാബ് കുറയ്ക്കുകയാണ്, ആ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ഒരു 12.5 നിന്ന് 12 അല്ലെങ്കിൽ 11.5 ആക്കുവാണെങ്കിൽ നമുക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള സെൻറ്റിമെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. അതൊരെണ്ണം. രണ്ടാമത്തത് അത് കുറയ്ക്കുകയാണെങ്കിൽ തന്നെ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറച്ചും കൂടി എന്താ പറയുന്നു അപ്ലിഫ്റ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ആണെന്നും കൂടി പറയാം. വിച്ച് മീൻസ് നോട്ട് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇപ്പം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് ചേഞ്ച് ഇല്ല, ബട്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കുറച്ചു. ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്താ കുറച്ചുകൂടി ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് ഗവൺമെൻറ് അവിടെ നോക്കി കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പം അത് ഒരു പോയിന്റ്. രണ്ടാമത്തെ ഇപ്പം ക്യാപിറ്റൽ ഗെയിൻസ് കൂട്ടുകയാണ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ ഒരു ടെമ്പററിലി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ഉണ്ടാക്കാം. ബട്ട് മാർക്കറ്റിലുള്ള നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. സോ ആ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് നമുക്കൊരു ആസ് ഗുഡ് ഇൻവെസ്റ്റേഴ്സ് ഓർ അല്ലെങ്കിൽ ആസ് ഗുഡ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. യൂട്ടിലൈസ് ചെയ്യാനുള്ള ചാൻസ്, അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ചാൻസാണ്. നമുക്ക് പുതിയ ഫണ്ടുകൾ നിക്ഷേപിക്കാം, പുതിയ സ്കീംസിൽ നമുക്ക് SIPs സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ആൻഡ് നല്ല സ്റ്റോക്കുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടൈമും കൂടിയാണത്. ആൻഡ് അൺചേഞ്ച്ഡ് ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിനോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിനോ വലിയ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അത് നമുക്കൊരു ന്യൂട്രൽ വ്യൂ തന്നെയാണ് സ്റ്റിൽ മാർക്കറ്റിലുള്ളത്. ബട്ട് മാർക്കറ്റ് എത്രത്തോളം കറക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു മൈനർ പോസിറ്റിവിറ്റി നമുക്കവിടെ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. ആൻഡ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും കുറച്ചു. സോ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തായാലും ഗവൺമെൻറ് അത് ബാലൻസ് ചെയ്യേണ്ടി വരും. ആ ഒരു ടാക്സ് സ്ലാബ് എന്താ മോസ്റ്റ്ലി എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഒരിടത്ത് കുറയ്ക്കുമ്പോൾ ഒരിടത്ത് കൂട്ടും. സോ ഐ തിങ്ക് അത് ഇൻകം ടാക്സ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂട്ടുകയാണെങ്കിൽ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവർ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ആൾക്കാർ ഇൻകം ലെവൽ കൂടണം. ഓക്കെ, ഇൻകം ലെവൽസ് കൂടണമെങ്കിൽ അവരെന്ത് പറ്റും, ടാക്സ് സ്ലാബ് അവിടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും കൂടിയുണ്ട്. അപ്പം നമ്മൾ മൊത്തത്തിൽ ഒരു ഓവറോൾ പിക്ചർ എടുത്ത ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ടാക്സ് റിലീഫ് ആണ് നമ്മൾ ഈ ബഡ്ജറ്റിന് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതല്ലേ, നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി സംസാരിച്ചു. പക്ഷേ ഈ ഒരു ബജറ്റിൽ ഇപ്പോൾ ബജറ്റ് തുടങ്ങാൻ ഏതാണ് മിനിറ്റുകളും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബജറ്റിൽ നമ്മുടെ സീനിയർ സിറ്റിസന് വേണ്ടി നിലവിലുള്ള സ്കീമുകളാണ് NPS സ്കീംസ് ഉണ്ട്, അതുപോലെ വർക്കിംഗ് ക്ലാസ് ആണെങ്കിൽ പ്രൊവിഡൻറ്റ് ഫണ്ട്സ് ഉണ്ട്. സോ അതിൽ എന്തെങ്കിലും ഡിഡക്ഷൻസോ അല്ലെങ്കിൽ അതിൻ്റെ സ്ലാബുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ ഒരു ബജറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ കറൻ്റ്ലി സിറ്റുവേഷനിൽ ബേസിക് എക്സംഷൻ എന്ന് പറയുന്നത് 2.5 lakhും സീനിയർ സിറ്റിസൺ എക്സംഷൻ എന്ന് പറയുന്നത് 3 lakhുമാണ്. അതാണ് ഇപ്പം കറണ്ട് സിറ്റുവേഷൻ ഉള്ളത്. നമ്മളിപ്പം കുറച്ച് കഴിഞ്ഞ് അനൗൺസ് ചെയ്യാൻ പോകുന്ന ബഡ്ജറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബേസിക് ഇൻകം 2.5 3 lakhs, പിന്നെ 3 lakhs സീനിയർ സിറ്റിസൻ്റെ എക്സംഷൻ 3 lakhs 5 lakhs വരെ പോകാമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം അതൊരു അഗൈൻ ഒരു ടാക്സ് റിലീഫാണ്. അപ്പം ഇത്രയും ഒരു റിലീഫ് അല്ലെങ്കിൽ ഇത്രയും ഒരു ചേഞ്ച് ഈ ഒരു 1 yearൻ്റെ ഉള്ളിൽ തരുമ്പം ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വേറെ രീതിയിലുള്ള എന്തെങ്കിലും ഒരു റിലീഫ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ. എനിക്ക് തോന്നുന്നില്ല ഇനി വേറെ രീതിയിലുള്ള ഒരു എവിടെയെങ്കിലും നേരത്തെ പറഞ്ഞൊരു ബാലൻസിങ് വേണമല്ലോ. അപ്പോൾ അത് വേറെ രീതിയിൽ ഇതിലൊന്നും വേറെ റിലീഫും കാര്യങ്ങളും വരുമെന്ന് ആസ് ഓഫ് നൗ എക്സ്പെക്റ്റേഷൻ ഇല്ല. ഇനിയിപ്പോൾ വേറെ പുതിയതായിട്ടുള്ള സർപ്രൈസസ് ഒക്കെ ഉണ്ടോയെന്ന് ഇനി നമുക്കിനി കാണാം. യെസ്, സോ ഇൻ ഷോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബജറ്റിൽ നല്ലൊരു പോസിറ്റീവ് ഔട്ട്കം തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ടാക്സ് സ്ലാബ് കൂടാം, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യാം. എന്തായാലും ഇനി ബജറ്റിന് ഏകദേശം ഏതാണ്ട് നിമിഷങ്ങൾ മാത്രമേ ഇനി ബജറ്റിനുള്ളൂ. അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസുമായി റിസർച്ച് ഹെഡ് സൂരജ് സാർ നമ്മളിപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. സൂരജ് സാർ ആൻഡ് പ്രദീപ് സാർ. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. യെസ് സർ, ഗുഡ് മോർണിംഗ്. ഏറ്റവും വലിയൊരു ദിവസമാണ് ഇന്ന്. ബഡ്ജറ്റാണ് 2025 അതിൻ്റെ ഒരു റോഡ് മാപ്പാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. മോഡി 3.0ൻ്റെ സെക്കൻഡ് ബഡ്ജറ്റ്. നമ്മുടെ ഓണറബിൾ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ്റെ 8th കൺസിക്യൂട്ടീവ് ആൻഡ് ഷീ ഈസ് മേക്കിംഗ് എ റെക്കോർഡ്. ഇതിനു മുമ്പേ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് മൊറാർജി ദേശായിക്കാണ്. അത് 10 times ആണ്, പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ടല്ല. നിർമ്മല സീതാരാമൻ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് 8th തവണ അവതരിപ്പിക്കാൻ പോകുന്നു. എന്താണ് ബഡ്ജറ്റിൻ്റെ സീക്രട്ട്? വി ഹാവ് അറൗണ്ട് 1 hour ടു ഗോ. നമുക്ക് ഏതാണ്ട് നമ്മുടെ കൂടെ ഇന്ന് പാനലിൽ ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ
എക്സ്പേർട്ടായ മിസ്റ്റർ പ്രദീപ് ഇൻ-ഹൗസ് എക്സ്പേർട്ടാണ് പ്രദീപിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ക്വൈറ്റ് ഫേമസ് ആണ്, ബ്രില്യൻ്റ് ആണ്, ഹാൻസം ആണ്. സോ ഐ എം ഫോർച്ചുനേറ്റ് ഇനഫ് ടു ഹാവ് പ്രദീപ് ഓൺ മൈ ടേബിൾ. ബഡ്ജറ്റിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എപ്പോഴും ചലഞ്ചാണ്. അതായത് റിയാലിറ്റിയും ഫിസിക്കൽ പ്രൂഡൻസും തമ്മിൽ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ഈ ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമൻ കൊണ്ടുവരുന്നതെന്ന് കാണാം നമുക്ക്. നമ്മുടെ MyFin TV ഇത് ലൈവായിട്ട് നമ്മൾ രാവിലെ 8 to 8:30 തുടങ്ങി ഏതാണ്ട് രാത്രി 8:30 വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈവ് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നു. നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഫുൾ ടൈം ഓൺ ദ നീസാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ലൈവായിട്ട് അത് ക്യാച്ച് ചെയ്ത് പ്രേക്ഷകരിലേക്ക് വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിളായിട്ട്, സ്പീഡായിട്ട് നമ്മൾ എത്തിക്കുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു സ്റ്റുഡിയോ കംപ്ലീറ്റ് തന്നെ ഇതിനു വേണ്ടി ട്യൂൺഡാണ്. വളരെ വലിയൊരു വാലിയൻ്റ് എഫേർട്ടാണ് നമ്മുടെ ടീം അതിന് പുട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ ടെക്നിക്കലി നമ്മൾ റെഡിയാണ്, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ഇനി നമുക്ക് ബഡ്ജറ്റിലേക്ക് പോകാൻ ജസ്റ്റ് 1 hour ആൻഡ് ദ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ ആൻഡ് വി ആർ ടേക്കിംഗ് ഇറ്റ് ഫ്രം പ്രദീപ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ് സൂരജ്, മോർണിംഗ് വ്യൂവേഴ്സ്. ഒരു പ്ലസന്റ് ഡേ, സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ പ്രദീപ് സ്റ്റുഡിയോയിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ പ്രദീപിന് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലേ? ഒരു പ്രിലീവ് ടു ബഡ്ജറ്റ് ആയിട്ട് ഇന്നലെ ചീഫ് എക്കണോമിക് അഡ്വൈസറിൻ്റെ എക്കണോമിക് റിപ്പോർട്ട് വന്നു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നത്, അതായത് അഗ്രികൾച്ചർ സെക്ടർ, ദ സെക്ടർ ഓഫ് ദ ഫ്യൂച്ചർ എന്നുള്ള രീതിയിലാണ് അത് മെൻഷൻ ചെയ്തേക്കുന്നത്, റൈറ്റ്? അപ്പോൾ അതിനകത്തേക്ക് ഒരുപാട് റിഫോംസ് വരാൻ സാധ്യതയുണ്ടോ പ്രദീപ്? Difficult to say. In Kalta, actually, market plus we were talking something unrelated, but again related to the budget. I think this is anybody's guess what Nirmala Sitharaman is going to Your announce. guess is as good as mine, alle? Mine. But coming into agri sector, I think agri sector matralla, even the industry, even manufacturing services, I think everybody is expecting, having a lot of expectations from this budget. Karya endaanu vechiyal, see, if you actually look at the last 2 quarters, the Indian economy തീർച്ചയായിട്ടും slow down ചെയ്തിട്ടുണ്ട്. And in the economic survey also, and even World Bank, IMF, എല്ലാവരും ഇന്ത്യയുടെ GDP growth rate-നെ ഡൗൺ സൈസ് ചെയ്തിരിക്കുന്നതാണ്. So naturally, if you want to increase or നമ്മുടെ ആ ഗ്രോത്ത് റേറ്റ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ definitely I think some serious reforms, serious announcements have to be made. അത് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, I think one of the biggest problems we face is unemployment. And unemployment needs to be tackled, because unemployment നമുക്ക് ടാക്കിൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ naturally it will aid growth. അതായത് നമ്മൾ ഈ മൾട്ടിപ്ലയർ ഇഫക്റ്റ് എന്ന് പറയും. CNBC-യിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എപ്പോഴാണ് നമ്മുടെ ഓണറബിൾ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിലേക്ക് വരുന്നതെന്നുള്ള ആ മൊമെൻറ്റ് വേണ്ടിയിട്ട്. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ലൈവ് അപ്ഡേറ്റ് എടുക്കണം. പക്ഷേ അതിനു മുമ്പേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇന്നലെ ഏതാണ്ട് ഈ എക്കണോമിക് റിപ്പോർട്ടിൽ അതൊരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് കോർപ്പറേറ്റിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിരുന്നു. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊരു എക്കണോമിയിലും ബിസിനസ്സും കോർപ്പറേറ്റ് വേൾഡിലും വന്നു. ബട്ട് നമ്മളത് എംബ്രേസ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു എംപ്ലോയ്മെൻറ്റ് കുറയ്ക്കുന്ന രീതിയിലാവരുത്, ഒരു ബാലൻസ്ഡ് രീതിയിലാവണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്ന് വന്നിരുന്നു. അത് കോർപ്പറേറ്റ്സിനുള്ള ഒരു മെസ്സേജാണ്. അതായത് ഇപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുക, ബട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈക്വലി ക്രിയേറ്റ് അനദർ ഡിസഡ്വാൻറ്റേജ് വിച്ച് ഈസ് ജോബ്ലെസ്നെസ് ദാറ്റ് വി ഓൾ നോ. അപ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കണം. കാര്യം ഇന്ത്യൻ എക്കണോമിയെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഏതാണ്ട് ഒരു 8% GDP ഗ്രോത്ത് വരുന്നെങ്കിൽ ഏതാണ്ട് 8 million ജോബ്സ് എല്ലാ ഇയറും ജനറേറ്റ് ചെയ്യണം എന്നാണ് റിപ്പോർട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഫിനാൻസ് മിനിസ്ട്രി ഇന്ന് വളരെ കട്ടായമായിട്ട്, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, AI ഇൻഫ്ലുവൻസും അഡോപ്ഷനും ഈസ് ഗുഡ്, ബട്ട് ഈവൻ ദെൻ യു ഹാവ് ടു ബാലൻസ് ബിറ്റ്വീൻ ആ എംപ്ലോയ്മെൻറ്റ്. കാര്യം കോർപ്പറേറ്റ് പ്രോഫിറ്റ്സിനനുസരിച്ച് ഈ വേജസ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് കൂടിയിട്ടില്ല. അതിനെക്കുറിച്ച് പ്രദീപിന് എന്തെങ്കിലും പറയാനുണ്ടോ? See, economic surveil they can provide a request. ബട്ട് നമ്മളത് എനിക്ക് പ്രാക്ടിക്കലായിട്ട് തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ ബിസിനസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടുഡേ വി ഹാവ് ഗോട്ട് ഗ്ലോബലൈസേഷൻ. സോ ഒരു ഇന്ത്യൻ കമ്പനി വേറൊരു ഇന്ത്യൻ കമ്പനിയുടെ കൂടെ അല്ല മത്സരിക്കുന്നത്. വി ആർ ടുഡേ പ്ലേയിങ് അറ്റ് ദ ഗ്ലോബൽ ഫീൽഡ്. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇസ് ടോക്കിംഗ് അബൌട്ട് ഇമ്പോസിങ് ടാരിഫ്സ്. So ഒരു അമേരിക്കൻ കമ്പനി ഇന്ത്യയിലോട്ട് ഇഫ് ദേ ആർ ഗോയിങ് ടു ട്രൈ ആൻഡ് എക്സ്പോർട്ട് മോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലോട്ട് ഇറക്കുമതി വരുന്നു. And what is going to happen is an Indian company is going to naturally compete with the Chinese, with the Canadian, with the European, with the American goods. And അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന സമയത്ത് അവരുടെ പ്രൊഡക്ഷൻ becomes a lot more cost effective. And we are using this with obsolete technology, outdated technology. പ്രദീപ്, ഒരു മിനിറ്റ്.
നമ്മുടെ നിർമ്മല സീതാരാമൻ മാഡം പാർലമെൻറ്റിലെത്തി. ഇപ്പോൾ പുതിയ രീതിയിലാണ് ഈ ഗവൺമെൻറ്റും നിർമ്മല സീതാരാമൻ മാഡവും ആ ബഡ്ജറ്റിൻ്റെ അവതരണത്തിൻ്റെ രീതി തന്നെ മാറ്റിയതാണ് അടുത്ത കാലത്ത്. അത് പഴയ പേപ്പറുകളിൽ നിന്നൊക്കെ മാറി പഴയ ബ്രിട്ടീഷ് കൊളോണിയൽ ആ രീതിയിൽ നിന്ന് മാറി ഏതാണ്ട് ടാബൊക്കെ യൂസ് ചെയ്ത് ഇന്ത്യ ഒരു വികസിത് ഭാരതിലേക്ക് പോകുന്നതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് ഈവൻ ബഡ്ജറ്റ് അവതരണം പോലും വരുന്നത്. ടാബ് കൊണ്ടുവന്നു ആ കസ്റ്റമറി ആയിട്ട് ഈ പറയുന്ന പോലെ അത് തിരിച്ച് പ്രസിൻ്റെ മുന്നിൽ അത് അവതരിപ്പിക്കുന്നുണ്ട്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് പാർലമെൻറ്റിൽ. ഇനി വരും മിനിറ്റുകളിൽ മേബി പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു സ്പീച്ച് അതിനകത്തേക്ക് വന്നേക്കാം. അത് കൂടാതെ തന്നെ ഏതാണ്ട് എന്താ പറയുക പാർലമെൻറ്റിലേക്ക് ലൈവ് പോകുന്ന ഒരു ചടങ്ങും നമുക്കുണ്ട്. അതിനു മുമ്പായിട്ട് പ്രദീപ്, നമ്മൾ നേരത്തെ അഗ്രികൾച്ചർ ഗ്രോത്തിൻ്റെ കാര്യം പറഞ്ഞു. വേൾഡ് ഇപ്പോൾ നേരിടുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പണ്ടൊക്കെ ഒരു എക്കണോമി അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റിനെ അവതരിപ്പിക്കുമ്പോൾ നമ്മളൊരു ഗ്ലോബൽ സ്കെയിലിൽ ആലോചിക്കണം. കൺട്രി ഓർ ദ കോർപ്പറേറ്റ്സ് നീഡ് ടു ഗോ ഗ്ലോബൽ എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നിങ്ങനെ പറഞ്ഞിരുന്നതിനടുത്ത് ഇപ്പോൾ പ്രൊട്ടക്ഷനിസത്തിലേക്ക് വന്നേക്കും. അതായത് വാട്ട് ഹാപ്പൻസ് ഇപ്പോൾ ഗ്ലോബലായിട്ട് എന്തെങ്കിലും ഒരു ഷോക്ക് വരികയാണെങ്കിൽ എങ്ങനെ ഒരു ഡൊമസ്റ്റിക് എക്കണോമി അതിന് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ കണ്ടതാണ്. ദ എൻറ്റയർ വാല്യൂ ചെയിൻ ഓഫ് ദ വേൾഡ് ഗ്ലോബൽ എക്കണോമി വാസ് ഡിസ്റപ്റ്റഡ്. അത് ഡിസ്റപ്റ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഒരു ചലഞ്ചായിരുന്നു. പ്രദീപിന് അതിനെക്കുറിച്ച് പറയാനുണ്ട്. അതായത് പ്രൊട്ടക്ഷനിസം എങ്ങനെയായിരിക്കാം ഈ ഒരു ബഡ്ജറ്റിനെ അഫക്റ്റ് ചെയ്യണേ. ആ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് മാറി തന്നെ ഏതാണ്ട് പ്രൊട്ടക്ഷനിസത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രദീപിന്റെ അഭിപ്രായം എന്താ? പ്രദീപ് എക്സ്പീരിയൻസ്ഡ് ആണ്, അതുകൊണ്ട് പ്രദീപിന്റെ I don't think protectionism is going to work. അതായത് നമ്മളിപ്പോൾ സംസാരിച്ചു വന്നത് വാസ് അബൌട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞു. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇവിടെ വരുന്നത് ഇസ് ഡൊണാൾഡ് ട്രംപ് തന്നെ. സോ ഡൊണാൾഡ് ട്രംപ് ആക്ച്വലി ടാരിഫ് ബാരിയേഴ്സ് കുറയ്ക്കാൻ ആവശ്യപ്പെടുന്നു. അതിൻ്റെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഐ ഡോണ്ട് സീ ഇൻക്രീസിങ് ബാരിയേഴ്സ്, ഇൻക്രീസിങ് പ്രൊട്ടക്ഷനിസം നടക്കാൻ പോകുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ദ ഗവൺമെൻറ് വിൽ ബി ഏബിൾ ടു ഡു എനിത്തിങ്. അത് അഗ്രികൾച്ചറൽ മേഖലയാകട്ടെ, ഇൻഡസ്ട്രിയൽ മേഖലയാകട്ടെ, മാനുഫാക്ചറിങ് മേഖലയാകട്ടെ, ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. Now, നേരത്തെ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ അബൌട്ട് ഹൗ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇസ് ഗോയിങ് ടു അഫക്റ്റ് എംപ്ലോയ്മെൻറ്റ്, എനിക്ക് തോന്നുന്നില്ല അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് സംഭവിക്കുമെന്ന്. ബിക്കോസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇസ് ഗവൺമെൻറ്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഗവൺമെൻറ് കൊടുക്കേണ്ട ട്രസ്റ്റ് വന്നിട്ട് ആസ് ഫാർ ആസ് പീപ്പിൾ ആർ കൺസേൺഡ്, ആസ് ഫാർ ആസ് യൂത്ത് ഇസ് കൺസേൺഡ്, അപ്സ്കില്ലിംഗ്, റീസ്കില്ലിംഗ് ആൻഡ് പുതിയ സ്കിൽസ് പഠിപ്പിക്കുക. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതുകൊണ്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇസ് വൺ സെറ്റ് ഓഫ് ജോബ്സ് ഔട്ട് ഓഫ് ഫാഷനായി പോകുകയായിരിക്കും. ബട്ട് മറ്റൊരു സെറ്റ് ഓഫ് ജോബ്സ് വിൽ ഡെഫിനറ്റ്ലി എമർജ് ഔട്ട് ഓഫ് ദിസ്. അതിൽ ഐ ഡോണ്ട് സീ എനി പ്രോബ്ലം അറ്റ് ഓൾ. റൈറ്റ്. നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്? മാർക്കറ്റ് ഓപ്പണായി, അതിൻ്റെ ഒരു പീക്ക് ടൈമാണ്, 10 മണി കഴിഞ്ഞു. എന്താണ് മാർക്കറ്റിൽ നടക്കുന്നതെന്ന് അറിയാനായിട്ട് നമ്മുടെ ജാസ്മിനിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം പറഞ്ഞു. അടുത്ത കാലത്ത് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അതായത് NVIDIAയുടെ ചിപ്സ് അതിനെ ഇപ്പോൾ ഏതാണ്ട് അമേരിക്കയാണ് അതിൻ്റെ ഒരു നെറ്റ് എക്സ്പോർട്ടറായിട്ട് ഗ്ലോബലായിട്ട് കൊടുക്കുന്നത്. കാര്യം NVIDIA ആണ് അതിൻ്റെ ഒരു മാസ്റ്റർ എന്ന് പറയുന്നത്. ദാറ്റ്സ് എ മോണോപ്പൊളി കമ്പനി ഇൻ ദാറ്റ് ഫീൽഡ്. ഓക്കെ, അവരൊരുപാട് ട്രേഡ് ടാരിഫ് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ അവരുടെ ഒരു 20 കൺട്രീസ് ഉണ്ട്. അതായത് അവർക്ക് എക്കാലത്തെയും അമേരിക്കയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ബ്രിട്ടൻ, ജർമ്മനി, ഓസ്ട്രേലിയ എന്നിങ്ങനെ കൺട്രികൾക്ക് എത്ര വേണമെങ്കിലും ചിപ്സ് USA നിന്ന് അവർക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിൻ്റെ മുകളിൽ അവർക്ക് ഏത് AI പ്ലാറ്റ്ഫോം വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാം. റൈറ്റ്. അത് കൂടാതെ ഏതാണ്ട് കുറച്ച് കൺട്രീസിൽ ഒരു അതായത് അവർ മിസ്യൂസ് എന്നുള്ള പേടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ട്രംപ് എന്നല്ല, ഇത് ബൈഡൻ അഡ്മിനിസ്ട്രേഷനിൽ വന്നൊരു റൂളാണ്. അവർ പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ചൈന, റഷ്യ, നോർത്ത് കൊറിയ, ഇറാൻ എന്നിങ്ങനെ കൺട്രിയിലേക്ക് ഈ AI ചിപ്സ് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു നാഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഗ്ലോബൽ സെക്യൂരിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണെന്നാണ് US പറയുന്നത്. അത് കാരണം അങ്ങോട്ടുള്ള എക്സ്പോർട്ട് അവർ കംപ്ലീറ്റ്ലി ബാൻ ചെയ്തേക്കാണ്. ബട്ട് ഈവൻ ദെൻ ഇന്ത്യ പോലത്തെ ചെറിയ ചെറിയ ഫ്രണ്ട്ലി കൺട്രീസ് ഉണ്ട് US-ന്, അതായത് സൗദി അറേബ്യ, UAE അല്ലെങ്കിൽ ഇന്ത്യ, അങ്ങനത്തെ കൺട്രീസ് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഒരു റാഷനിങ് സിസ്റ്റത്തിൽ, അതായത് ഒരു കൊല്ലം ഇത്രയും മാത്രമേ തരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഞാൻ ആ ഡിസ്കഷനിലേക്ക് ഞാൻ തിരിച്ചു വരാം. കാര്യം എന്ന് വെച്ചാൽ അതിന് മുമ്പേ തീർച്ചയായിട്ടും 10 മണി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൈമാണ്. മാർക്കറ്റിൽ പീക്ക് ചെയ്യുന്നു. ആദ്യത്തെ ഫ്രൻസിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യണമെന്ന് നമുക്ക് ജാസ്മിനിലേക്ക് തിരിച്ചു പോകാം. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. വെരി ഗുഡ് മോർണിംഗ് മിസ്റ്റർ സൂരജ്.
ജാസ്മിൻ എങ്ങനെയുണ്ട്, മാർക്കറ്റിൽ എന്താണ് നമുക്ക് തോന്നുന്നത്? നമ്മുടെ മോർണിംഗ് അപ്ഡേറ്റിൽ നമ്മൾ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ മാർക്കറ്റ് തുടങ്ങി നല്ല പീക്കായിട്ട് നിൽക്കുന്ന സമയം. ജസ്റ്റ് 1 hour ടു ഗോ ടു ദ ബഡ്ജറ്റ്. എന്താണ് മാർക്കറ്റ് നമ്മളോട് പറയുന്നത്? എങ്ങനെയാണ് നിഫ്റ്റി, മെയിൻ ലൈൻ ഇൻഡിസസും സെക്ടറൽ ഇൻഡിസസും ബാക്കിയുള്ള സ്റ്റോക്സും പെരുമാറുന്നത്? ജാസ്മിൻ. യെസ്, ആദ്യത്തെ ഒരു 45 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ടുള്ള 23,500 എന്നുള്ള ഒരു മാർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു വലിയ മുന്നേറ്റം രേഖപ്പെടുത്തിയതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു വലിയ രീതിയിലുള്ള ഒരു ഷാർപ്പ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും വളരെ ഗ്രാജുവലി ഓൾമോസ്റ്റ് ഒരു 50 പോയിന്റ്സിന് മുകളിലുള്ള ഒരു നേട്ടം നിഫ്റ്റി 50യിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 30 ഓഹരികളിലും ഒരു ബുള്ളിഷ് സെന്റിമെന്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യ മിനിറ്റുകളിൽ 20 ഓഹരികളാണ് ഒരു നെഗറ്റീവ് ട്രെൻഡിലേക്ക് പോയിട്ടുള്ളത്. ഇനി കമ്മിങ് ബാക്ക് ടു ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു 122 പോയിന്റ്സിന്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 49,709 എന്നുള്ള ഒരു നിലവാരത്തിലാണ് നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സ് നിലവിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഫിൻനിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്തും ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ ബഡ്ജറ്റിലേക്ക് തന്നെയാണ് എല്ലാ കണ്ണുകളും ഉള്ളത്. തീർച്ചയായിട്ടും മാർക്കറ്റ് അതിനോട് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നതാണ് ഇനി അടുത്ത ഒരു മണിക്കൂറിൽ പ്രധാനമായിട്ടും ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഒക്കെ തന്നെ നോക്കിക്കാണുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ മിനിറ്റിൽ തന്നെ ബാങ്കിങ് സെഗ്മെന്റിൽ നിന്നും ഇൻഡസിൻ ബാങ്ക് ഒരു അല്പം ലീഡ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് 2.75% ഒരു മുന്നേറ്റത്തോടു കൂടി. മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള എല്ലാ കോൺസിക്യൂട്ടീവ് സെഷനുകളിലും ITC ഹോട്ടൽസിന്റെ ഓഹരികൾ വലിയ ഇടിവിലായിരുന്നു. അവിടെ നിന്നുമുള്ള ഒരു ബൗൺസ് ബാക്ക്, നിലവിൽ ഒരു നേട്ടം 2.69% ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി സിമെന്റ് സെഗ്മെന്റ് ഇൻഡസ്ട്രി ലീഡറായിട്ടുള്ള അൾട്രാടെക് സിമെന്റ് ഇന്ന് ഒരു അല്പം ലീഡ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഏറ്റവും അധികം ക്യാപെക്സ് പുഷ് വരാൻ സാധ്യതയുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്കാണ് എന്നുള്ളൊരു വലിയ എക്സ്പെക്ടേഷൻ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിമെന്റ് മേഖലയിലടക്കം ഇന്ന് നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഭാരത് ഇലക്ട്രോണിക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഡിഫൻസ് മേഖലയാണ്. വലിയധികം പ്രതീക്ഷകൾ, ഒരുപാട് ക്യാപെക്സ് ഡിഫൻസ് മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ആത്മനിർഭർ ഭാരത്, അതോടൊപ്പം തന്നെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിൽ ഈ ബെൽ അടക്കമുള്ള പ്രധാനപ്പെട്ട ഭാരത് ഇലക്ട്രോണിക്സ് അടക്കമുള്ള ഓഹരികളിലേക്ക് വന്നു ചേരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഫൻസ് മേഖലയിലും ഇന്ന് മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഓട്ടോ മേഖലയിൽ നിന്നും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലീഡ് ചെയ്യുന്നു. 1.74% ഒരു മുന്നേറ്റം. ഇനി ഇന്നത്തെ ഈ ഒരു മാർക്കറ്റിൽ ഹീറോ മോട്ടോ കോർപ്പാണ് ഒരല്പം ലാഗ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 1.5% കൂടുതൽ ഇടിവിലേക്ക് സ്റ്റോക്ക് പോയിരിക്കുന്നു. ഡോക്ടർ റെഡ്ഡി 1.25% ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ടൈറ്റൻ, ഗ്രാസിം, ONGC തുടങ്ങിയ സ്റ്റോക്കുകളിലാണ് ഈ മിനിറ്റുകളിൽ ആദ്യത്തെ ഒരു മണിക്കൂറിനടുത്ത് പിന്നിടുന്ന സമയത്ത് ഇടിവ് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇന്ന് ലീഡ് ചെയ്യുന്നത് ഇൻഡസിൻ ബാങ്ക് തന്നെയാണ്. ഇതിന് പിന്നാലെ ബാങ്ക് ഓഫ് ബറോഡ സ്റ്റോക്ക് 0.5% നേട്ടമുണ്ട്. ആക്സിസ് ബാങ്ക്, കാനറ ബാങ്ക്, SBI തുടങ്ങിയ സ്റ്റോക്കുകളിലുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്ന സമയത്ത് IDFCയും അതോടൊപ്പം തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കും ICICI ബാങ്കുമാണ് ഇന്നൊരൽപ്പം ലാഗ് ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. ഇനി സെക്ടറൽ സൂചികകളിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിൽ തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 45 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറൽ സൂചികളിലും ഒരു പച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ സെക്ടറൽ സൂചികളിലൊക്കെ തന്നെ ഒരു വലിയ പ്രതീക്ഷ നിലനിൽക്കുന്നു. അലോക്കേറ്റ് ചെയ്യുന്ന പ്രധാന സെക്ടേഴ്സിനനുസരിച്ച് ആ ഒരു മാറ്റം സെക്ടറൽ സൂചികകളിലും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്നത് ഒന്ന് IT സൂചികയും മറ്റൊന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയുമാണ്. ആദ്യ മിനിറ്റിൽ തന്നെ ഒരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എനർജി സൂചിക 0.5% കൂടുതൽ ഒരു നേട്ടം രേഖപ്പെടുത്തുകയാണ്. ബ്രോഡർ മാർക്കറ്റും BSE മിഡ് സ്മോൾ ക്യാപ്പ് സൂചികകളിലൊക്കെ തന്നെ നമുക്ക് ഒരു പോസിറ്റിവിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്കിലൊക്കെ തന്നെ നിലവിൽ തന്നെ 0.5% മുന്നേറ്റമുണ്ട്. FMCGയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിൽ വിപണിയിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു മികച്ച മുന്നേറ്റം രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യത ആദ്യത്തെ 45 മിനിറ്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം മേജർ റെസിസ്റ്റൻസ് പോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മിനിറ്റുകളിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. മിസ്റ്റർ സൂരജ്, ഓവർ ടു യു. ഇതുവരെ മാർക്കറ്റ് സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മാർക്കറ്റിൽ വേറെ ഷോക്സ് ഒന്നുമില്ല. മാർക്കറ്റ് ആ ലെവൽസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, വലിയ കേടുപാടുകളില്ലാതെ, എന്നാൽ ഒരുപാട് എക്സൈറ്റ്മെൻറ്റും ഇല്ല, ഒരുപാട് പെസിമിസം ഇല്ലാതെ മാർക്കറ്റ് വളരെ മെച്യൂറായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്ത് പോകുന്നത്. സോ വി വിൽ സ്റ്റാർട്ട് ഓഫ് ഫ്രം വെയർ വി ലെഫ്റ്റ്. നമ്മൾ പറയുകയുണ്ടായി, അതായത് ഈ AI ചിപ്സിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു ട്രേഡ് ടാരിഫാണ് US ഇമ്പോസ് ചെയ്തേക്കുന്നത്. നമ്മൾ പറഞ്ഞു ഏതാണ്ട് കുറച്ച് കൺട്രീസിന് അതിന് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനും അതിൻ്റെ മുകളിൽ ഡെവലപ്പ് ചെയ്യാനും വിട്ടുകൊടുക്കുക.
ചൈന, ഇറാൻ, ഏതാണ്ട് റഷ്യ അല്ലെങ്കിൽ നോർത്ത് കൊറിയ എന്നിങ്ങനെ കൺട്രീസിന് ഫുൾ റെസ്ട്രിക്റ്റ് ചെയ്യുക. ഫ്രണ്ട്ലി നെയ്ബർഹുഡായിട്ടുള്ള ഇന്ത്യ, UAE, സൗദി അറേബ്യയ്ക്കൊക്കെ റാഷനിങ് സിസ്റ്റത്തിൽ തരിക എന്നൊക്കെയുള്ളത്. അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ഡീപ് സീക്കിൻ്റെ ആ ഒരു ഷോക്ക് തന്നെ ഇതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. അതായത് ചൈന ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു പോളിസി ടാരിഫിൽ ചൈന തന്നെ ഷോക്കായിപ്പോയി, വേൾഡ് തന്നെ ഷോക്കായിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഗ്ലോബലൈസേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും പുതിയതായിട്ട് വരുന്ന ടെക്നോളജിയിൽ, ബിക്കോസ് അൺഫോർച്ചുനേറ്റ്ലി NVIDIA പോലുള്ള ഫ്യൂ കമ്പനീസ് ഇതിലൊരു മോണോപ്പൊളിയാണ്. ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വരുന്നത് തന്നെ ഒരു പ്രൊട്ടക്ഷനിസം അല്ലേ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ചോദിച്ചത്. കാര്യം ന്യൂ ടെക്നോളജി, പണ്ട് നമ്മൾ പണ്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ നമ്മളുള്ളൂ. ഇപ്പം നമ്മൾ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി, കേബിൾ, ഓപ്റ്റിക് ഫൈബർ കേബിളിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി, നമ്മളെന്താ ഡാറ്റാ സെൻറ്റേഴ്സിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് വരുന്നത് പൊതുവെ ഒരു ഗ്ലോബൽ എക്കണോമിയെ സംബന്ധിച്ച് ഒരു ചെറിയൊരു നെഗറ്റീവ് അല്ലേ? കാര്യം ഇന്നലത്തെ ചീഫ് എക്കണോമിക് അഡ്വൈസറിൻ്റെ സംസാരത്തിലും അത് പറഞ്ഞത്, വി നീഡ് ടു പ്രിപ്പയർ ഇന്ത്യ ഫോർ എ ഗ്ലോബൽ ഷോക്ക്. അതായത് നമുക്ക് എന്തൊക്കെയായിരുന്നോ ടെയിൽ വിൻഡായിട്ടിരിക്കുന്നത് അതൊക്കെ ഹെഡ് വിൻഡായി, എന്തൊക്കെയാണോ പ്ലസ്സുകളായിരുന്നത് അതൊക്കെ നെഗറ്റീവായി. ഗ്ലോബലൈസേഷൻ ഏതാണ്ട് ത്രെട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അതിനു വേണ്ടിക്ക് സെൽഫ് റിലയൻ്റ് ആയിട്ട് ഇന്ത്യയെ മാറ്റണം എന്നാണ് ചീഫ് എക്കണോമിക് അഡ്വൈസറിൻ്റെ ഒരു മെസ്സേജ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രദീപിൻ്റെ അടുത്ത് സ്പെഷ്യലായിട്ട് ചോദിച്ചത്. പ്രദീപിന് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാം. നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് പ്രൈവറ്റ് ഡിസ്കഷനിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഓ ടു യു പ്രദീപ്. NVIDIA അല്ലെങ്കിൽ ഏത് ചിപ്പ് കമ്പനിയുടെ ചിപ്പ് എക്സ്പോർട്ട്സ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ഇത് അമേരിക്കയുടെ ആവശ്യമാണ്. ബിക്കോസ് ദേ വോണ്ട് ടു പ്രൊട്ടക്ട് ദ ലീഡർഷിപ്പ്. സോ നാച്ചുറലി കഴിഞ്ഞ ആഴ്ച ഡീപ് സീക്ക് വന്നിട്ട് ഇത് അനൗൺസ്മെൻറ്റ് നടത്തുന്നതൊക്കെ തീർച്ചയായിട്ടും ഇറ്റ് ഷേക്കൺ അപ്പ് ദി എൻറ്റയർ ടെക്നോളജി സെക്ടർ, എസ്പെഷ്യലി ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ബട്ട് മറ്റ് രാജ്യങ്ങൾക്ക് ഇറ്റ് ഈസ് ആക്ച്വലി ഐ ഓപ്പണർ ദാറ്റ് ചൈനയ്ക്ക് ഇത് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയെ പോലെ രാജ്യത്തിന് ചെയ്തുകൂടാ. And how long do you want to depend upon a leader like USA? So at some point of time എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന, ഇന്ത്യ പോലെയുള്ള ഈവൻ റഷ്യ or Israel or other countries, naturally at some point they will find their own way forward. But തൽക്കാലം അമേരിക്ക അവരുടെ ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ അവർ ചെയ്യും. ഇപ്പോൾ ട്രംപിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡിൽ പുള്ളി പറയുന്നത് കാനഡ, മെക്സിക്കോ, ഇന്ത്യ, ചൈന മുതലായ രാജ്യങ്ങളൊക്കെ ടാരിഫ് കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട്. ബട്ട് ഹിസ് മന്ത്ര ഇസ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. So Indian government's point should be let us make India the lead or something like that. And നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 5-8 വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റ്സ് one of the philosophies is Atmanirbhar Bharat, self-reliant India. So self-reliant India was mainly as import substitutes. എന്തിനു വേണ്ടി നമ്മൾ മറ്റൊരു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യണം. And as far as again technology chips are concerned, എന്തുകൊണ്ട് ഇന്ത്യക്ക് അത് ചെയ്തുകൂടാ? So let us wait and see what kind of incentives, what kind of budgetary support the government is going to able to provide for that. That will be a very interesting space to watch. Absolutely correct, Pradeep. കാര്യം ഇന്ത്യൻ ലേബർ ഫോഴ്സിനെ പറയുന്നത് മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രില്യൻ പീപ്പിൾ എന്നാണ്. വെറും ബ്രില്യൻ പീപ്പിൾ അല്ല, വെറും ട്രസ്റ്റഡ് ആയിട്ടുള്ള പീപ്പിളും അല്ല. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഒരു സ്പെഷ്യൽ മിക്സ് ആണ് ഇന്ത്യൻ ലേബർ ഫോഴ്സിനെ പറയുന്നത്, എസ്പെഷ്യലി ഇൻ IT. അതായത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് ആ ലെവലിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പ്രദീപിൻ്റെ ഒബ്സർവേഷൻ. വളരെ കറക്റ്റാണ് പ്രദീപ്. അത് കൂടാതെ ഞാൻ പ്രേക്ഷകരുടെ അറിവിലും വേണ്ടി പറയുക, സാധാരണ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ നേരത്ത് പൊതുവേ എന്താ പറയുക, ഫിനാൻസ് മിനിസ്ട്രി അല്ലെങ്കിൽ ഗവൺമെൻറ് എപ്പോഴും ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൺസേൺഡ് അല്ല. എപ്പോൾ നോക്കിയാലും അവർ പറയുന്നത് എന്താ വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്, ആ പ്രൈസ് ഡിസ്കവറി മെക്കാനിസം അതിൻ്റെ രീതിയിൽ കൂടെ നടക്കും എന്നാണ് പറയുന്നത്. ബട്ട് ഇപ്രാവശ്യത്തെ ചീഫ് എക്കണോമിക് അഡ്വൈസറിൻ്റെ എക്കണോമിക് സർവേയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് രസകരമായിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. അത് അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ US മാർക്കറ്റ് വളരെ ഹീറ്റഡ് ആണ്. ഏതാണ്ട് ലാസ്റ്റ് 2 years ആയിട്ട് US സ്റ്റോക്ക് മാർക്കറ്റ് അതായത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എന്താ പറയുക വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് US മാർക്കറ്റിൽ. ബട്ട് ആ ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഡ്രൈവ് ചെയ്തിരിക്കുന്ന മാർക്കറ്റ് ഒരു ഡെമോക്രറ്റൈസ്ഡ് രീതിയിലല്ല. അതായത് ഒരു ബ്രോഡഡ് മാർക്കറ്റിൽ ഒരിക്കലും മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല. കുറച്ച് സ്റ്റോക്സ്, അതായത് മെയിൻ ലൈൻ, അതിനിപ്പോൾ നമ്മൾ പറയുന്ന മാഗ്നിഫിസൻറ്റ് 7 എന്നാണ്. ഇപ്പോൾ ആപ്പിൾ, മീറ്റ, ടെസ്ല, NVIDIA എങ്ങനെ കമ്പറൈസ് ചെയ്യുന്ന കമ്പനികളാണ് മാഗ്നിഫിസൻറ്റ് 7 എന്ന് പറയുന്നത്. ഇവരുടെ ഒരു മൂവ്മെൻറ്റ് കൊണ്ട് ഏതാണ്ട് ലാസ്റ്റ് 2 years സൂപ്പർ നാച്ചുറൽ മൂവ്മെൻ്റ് ആണ് US മാർക്കറ്റ്സിലേക്ക് നടന്നത്. ഇതിൻ്റെ കൂടെ ട്രംപ് എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് US ചാർജ് എടുക്കുന്നു. അത് കാരണം ടാരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ടാരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ US എക്കണോമിയിൽ ഇൻഫ്ലേഷൻ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ US ട്രഷറി ബോണ്ട് yields റൈസ് ചെയ്യും. റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ആ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും
ഫെഡ് ചിലപ്പോൾ റേറ്റ്സ് കട്ട് ചെയ്യില്ല. അതായത് നേരത്തെ 100 ബേസിസ് പോയിന്റ്സ് 2025 കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോലും അവരതിനെ കുറച്ച് എക്സ്പെക്ടേഷൻ ഏതാണ്ട് 50 ബേസിസ് പോയിന്റ്സ് ആക്കി. അപ്പോൾ ഇങ്ങനെ ഒരു ഹീറ്റഡ് ആയിട്ടിരിക്കുന്ന US സ്റ്റോക്ക് മാർക്കറ്റ്, US എക്കണോമിയെക്കുറിച്ചല്ല പറയുന്നത്, എക്കണോമിക് സർവേ, US സ്റ്റോക്ക് മാർക്കറ്റ് ഹീറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഈ US സ്റ്റോക്ക് മാർക്കറ്റും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും തമ്മിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ US സ്റ്റോക്ക് മാർക്കറ്റും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും കോറിലേറ്റഡ് ആണ്. അത് തമ്മിലൊരു കപ്പിളിംഗ് ഉണ്ട്. അതായത് US സ്റ്റോക്ക് മാർക്കറ്റ് കോൾഡ് വരികയാണെങ്കിൽ ഇന്ത്യ സ്നീസ് ചെയ്യും, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് സ്നീസ് ചെയ്യുന്നതാണ്. അതായത് ജലദോഷം US മാർക്കറ്റിന് വന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് തുമ്മും എന്നുള്ളത് നമ്മളൊരു എന്താ പറയുക, ഒരു സർക്കാസ്റ്റിക് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. US മാർക്കറ്റ് കയറുമ്പോൾ തീർച്ചയായിട്ടും കോറലേഷൻ വളരെ കുറവാണ്. അതായത് കറക്ഷനുകളിലാണ് കൂടുതൽ കോറലേഷൻ വരുന്നത്. അതായത് US മാർക്കറ്റ് നന്നായിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് നന്നായിട്ട് കറക്റ്റ് ചെയ്യും. എന്നാൽ US മാർക്കറ്റ് കയറുമ്പോൾ അത്രയ്ക്കോളം കയറുകയുമില്ല. ഇതാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഈ എക്കണോമിക് സർവേയിൽ നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രി പറയുന്നുണ്ട്. അതായത് one of the biggest risks that India faces now is US stock market is in a heated condition. അവിടുന്ന് ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് മീനിങ് കറക്ഷൻ US മാർക്കറ്റിൽ വരികയാണെങ്കിൽ അതിൻ്റെ റിവർബറേഷൻ ഇന്ത്യൻ മാർക്കറ്റ്സിലേക്ക് വരാം. ആ ഇന്ത്യൻ മാർക്കറ്റ്സിൽ ഒരു പ്രത്യേകത കൂടി എക്കണോമിക് സർവേയിൽ പറയുന്നുണ്ട്. അതായത് അടുത്ത കാലത്ത് കോവിഡിന് ശേഷം ഒരുപാട് ന്യൂ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അത് എന്താ പറയുക, നേരായ രീതിയിൽ ഒരു ഫോളും കാണാത്ത, അതായത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ പോപ്പുലേഷൻ അല്ല ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. പണ്ട് നമ്മളിപ്പോൾ പറയുമ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഫണ്ട് മാനേജേഴ്സ് ഒക്കെ 2-3 ഫോളുകളും ബെയർ മാർക്കറ്റും ഒക്കെ കണ്ടവരാണ്. ബട്ട് ന്യൂ ജനറേഷൻ അത് കണ്ടിട്ടില്ല. അതൊരു വലിയ റിസ്ക് ആയിട്ട് എടുത്തു പറയുന്നുണ്ട് ഈ എക്കണോമിക് സർവേയിൽ. അതിനെക്കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അതിൻ്റെ ഒരു അഭിപ്രായം പറയാൻ തന്നെ നമുക്ക് ഏറ്റവും നല്ലത് പ്രദീപ് തന്നെയാണ്. പ്രദീപ് ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് കൂടിയാണ്. അതായത് പ്രദീപിന് അറിയാം, ഹി ഓൺ എ ഡെയിലി ബേസിസ് ഇൻട്രാക്ട്സ് വിത്ത് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ്, ന്യൂ കമേഴ്സ്, അതായത് ന്യൂ ആയിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന ട്രേഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ്. അപ്പോൾ ഒരുപാട് പേർക്ക് അടുത്ത കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് പ്രദീപിൽ നിന്ന് തന്നെ നേരിട്ടറിയാം. എന്ത് പറയുന്നു പ്രദീപ്, ഇങ്ങനെ ഒരു റിസ്ക് സിസ്റ്റത്തിൽ ഉണ്ടോ ഗവൺമെന്റ് പറയുന്ന പോലെ? See, unfortunately, I don't agree with the observation of this chief economic advisor at all. Okay. എനിക്ക് കംപ്ലീറ്റ്ലി വിപരീതമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ അതിനെക്കുറിച്ചുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂരജ് ഇപ്പോൾ ആദ്യം പറഞ്ഞത് ദാറ്റ് ദ അമേരിക്കൻ ഷെയർ മാർക്കറ്റ് വാസ് ലെഡ് ബൈ ദ മാഗ്നിഫിഷ്യൻറ്റ് 7. ഈ മാഗ്നിഫിഷ്യൻറ്റ് 7 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി മെറ്റ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ടെസ്ല, NVIDIA മുതലായ സ്റ്റോക്സ്. ബട്ട് അമേരിക്കയിൽ നമ്മൾ ഓർക്കേണ്ടത് 2 എക്സ്ചേഞ്ചും 2 മേജർ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസ് ഉണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സ് ഇസ് ദ, നാസ്ഡാക്ക് ഇൻഡെക്സ് ഇസ് ദ. Absolutely. ഈ പറഞ്ഞ മാഗ്നിഫിഷ്യൻറ്റ് 7 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിസ്റ്റഡ് ആൻഡ് ട്രേഡഡ് ഓൺ നാസ്ഡാക്ക്. പക്ഷേ ഇക്കണോമിക് സർവേയിൽ അവർ കംപ്ലീറ്റ്ലി വിട്ടുപോയിരിക്കുന്ന ഒരു കാര്യം ഇസ് ദാറ്റ് ദ ഡൗ ജോൺസ് ഇൻഡെക്സ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലാണ് ട്രേഡ് നടത്തി വരുന്നത്. നൗ ദ ക്വസ്റ്റ്യൻ ഇസ് ഏത് സ്റ്റോക്സ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്തരം സ്റ്റോക്സാണ് ഉള്ളത്? ഇറ്റ് ഈസ് മെയിൻലി ബാങ്കിങ് ആൻഡ് ദ മാനുഫാക്ചറിങ് സെക്ടർ. സോ ഇത് ടെക്നോളജി സ്റ്റോക്സ് മാത്രമല്ല, JP Morgan, Goldman Sachs, Wells Fargo, Bank of America, these stocks okay, they have given fantastic returns. So you mean to say banking and financial institutions are also performing not well? Not just banking and financial, the entire American നോക്കിക്കഴിഞ്ഞാൽ pharmaceutical ആവട്ടെ, manufacturing ആവട്ടെ, they are all doing extremely well. And രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് ദാറ്റ് അപ്പോൾ 2-3 പോയിന്റ്സ് ആയിരുന്നു ഇക്കണോമിക് സർവേയിലും ഇപ്പോൾ സൂരജ് ചൂണ്ടിക്കാണിച്ചതും. സോ ദ സെക്കൻഡ് തിങ് ഇസ് ഇപ്പോൾ അമേരിക്കൻ വിപണിയിൽ ഒരു കറക്ഷൻ നടന്നു കഴിഞ്ഞാൽ, സോ കറക്ഷൻ നടക്കുന്നത് സ്വാഭാവികം. there's a big difference between a natural correction and a crash. See, at the moment നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ 10-20 കൊല്ലത്തെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 1987-ലും 89-ലും വി ഹാഡ് ബ്ലാക്ക് മൺഡേ, ബ്ലാക്ക് ഫ്രൈഡേ. അത് രണ്ടും വലിയ ക്രാഷസ് ആയിരുന്നു. ബട്ട് അതിനൊരു ചൂണ്ടിക്കാണിക്കാനൊരു എക്സ്ക്യൂസ് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഒന്നുമില്ല. ഇറ്റ് വാസ് ജസ്റ്റ് എൻ ഓവർ ഹീറ്റഡ് മാർക്കറ്റ്. ബട്ട് അതിന് ശേഷം നമ്മൾ കണ്ടൊരു മേജർ ക്രാഷ് എന്ന് പറയുന്നത് 2001-ലായിരുന്നു. അത് ആ ട്വിൻ ടവർ അറ്റാക്ക് നടന്ന സമയം. ബട്ട് ട്വിൻ ടവർ അറ്റാക്ക് നടന്ന ആ സമയത്തായിരുന്നു സെപ്റ്റംബർ 21, 2001, എക്സാക്ട് ഡേറ്റ് is the day on which the markets actually bottomed out. But ആ മാർക്കറ്റിൻ്റെ ടോപ്പ് വന്നത് ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുൻപായിരുന്നു. ഫെബ്രുവരി 23, 2000-ലായിരുന്നു മാർക്കറ്റിൻ്റെ ടോപ്പ് വന്നത്. സോ ഫെബ്രുവരി 2000 മുതൽ സെപ്റ്റംബർ 2001 വരെ ആയിരുന്നു മാർക്കറ്റിൽ കറക്ഷൻ നടന്നത്.
2001 ശേഷം നമ്മൾ മാർക്കറ്റിൽ പിന്നീട് കറക്ഷൻ കണ്ടിട്ടേ ഇല്ല. 2008 അമേരിക്കയിലെ ലേമൻ ബ്രദേഴ്സ് കൊളാപ്സ് ചെയ്യുന്ന സമയത്ത് പിന്നീടുള്ള മേജർ ക്രാഷ് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കറക്ഷൻസ് നടന്നിട്ടുണ്ടോ, ദാറ്റ്സ് നാച്ചുറൽ. 2008 ശേഷം പിന്നെ കണ്ടിരിക്കുന്ന മേജർ കറക്ഷൻ ഓർ ക്രാഷ് ഈസ് ഓൺലി ഇൻ 2020, എഗെയിൻ കോവിഡ് വന്ന സമയത്ത്. സോ കോവിഡ് വന്ന സമയത്ത് മാർക്കറ്റ് കൊളാപ്സ് ചെയ്തത് മാർച്ച് മാസത്തിലായിരുന്നു. ആൻഡ് മാർക്കറ്റ് ആക്ച്വലി ഒരു ടോപ്പ് വന്നു എന്ന് നമുക്ക് സിഗ്നൽ ലഭിച്ചത് ജനുവരി 2020 സോ മാർച്ച് മാസത്തിൽ ബോട്ടം ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് മാർക്കറ്റിലൊരു ക്രാഷോ ഒന്നും കണ്ടിട്ടില്ല. ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഐ തിങ്ക് ഇസ് എ ഫാൻറ്റാസ്റ്റിക് തിങ് ഇസ്, കഴിഞ്ഞ സെപ്റ്റംബർ 2024 27 ആയിരുന്നു നിഫ്റ്റി 50യുടെ പീക്ക് ലെവൽ. അവിടെ നിന്നും കഴിഞ്ഞ 5-6 മാസമായിട്ട് നല്ലൊരു കറക്ഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞു. സോ അമേരിക്കൻ മാർക്കറ്റിൽ ഇനിയൊരു ക്രാഷ് കറക്ഷൻ നടക്കുകയാണെങ്കിൽ ലെറ്റ് ഇറ്റ് ഹാപ്പൻ. സോ ഐ ഡോണ്ട് സീ എ മേജർ ഡൗൺ സൈഡ് ടു ദ മാർക്കറ്റ്. ഇൻഫാക്റ്റ് ഇന്നലത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പബ്ലിക് സെക്ടർ സ്റ്റോക്സ്, എസ്പെഷ്യലി ഡിഫൻസ് ആൻഡ് റെയിൽവേ സ്റ്റോക്സിൽ വി ഓൾറെഡി സീയിങ് എ ലോട്ട് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ്. ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നിലനിർത്താൻ സാധിക്കുമോ എന്ന് ഇന്നും നാളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ബട്ട് പ്രദീപ്, എനിക്ക് ഒരു കാര്യം താങ്കളോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 2-3 വലിയ ഫോള് കണ്ടവരാണ് നമ്മളെല്ലാവരും. ഐ മീൻ സ്റ്റോക്ക് മാർക്കറ്റ് ഹാസ് ക്ലൈംഡ് എ ലോട്ട് ഓഫ് വാൾ ഓഫ് വെറീസ് അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് ടൈം. ബട്ട് നമുക്ക് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്കും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്, അതായത് ഇപ്പോൾ ഒരു ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു എൻഡമിക് അല്ലെങ്കിൽ പാൻഡമിക്, ഈ വക കാര്യങ്ങൾക്കൊക്കെ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഒരു 20-25% ഫോൾ അല്ലെങ്കിൽ 30% ഫോളൊക്കെ, ആ ഒരു കറക്ഷനൊക്കെ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. കാര്യം അൺനോൺ ആയിട്ടുള്ള ഈവൻറ്റ്സ്, ബ്ലാക്ക് സ്വാൻ ഈവൻറ്റ്സ് എന്ന് നമ്മൾ പറയും. ആ ബ്ലാക്ക് സ്വാൻ ഈവൻറ്റ്സ് വരുമ്പോൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ബട്ട് അടുത്ത കാലത്ത് പ്രദീപ്, ഈ ഇൻസിഡൻസ് ഒക്കെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് മാർക്കറ്റിന് നല്ല എക്സ്പീരിയൻസ് ഉള്ള മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ്. അതിനുള്ള പല സെക്ടേഴ്സും നമ്മുടെ ഇൻഡെക്സിലുണ്ട്. കാര്യം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓയിൽ ആൻഡ് ഗ്യാസിൽ സ്ക്യൂഡ് അല്ല, അല്ലെങ്കിൽ റീറ്റെയിലിൽ മാത്രം കോൺസെൻട്രേറ്റഡ് അല്ല. നമ്മുടെ ഇൻഡെക്സ് മറ്റുള്ള രാജ്യങ്ങളെ വെച്ചൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ്. അതിനകത്തുള്ള ഇൻഡെക്സ് കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്നത് പല സെക്ടറിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ബട്ട് ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഫിസ്ക്കൽ ഡെഫിസിറ്റിനോ, അല്ലെങ്കിൽ ഒരു ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രീസിയേഷനോ, അല്ലെങ്കിൽ ചൈനയുടെ ഇഷ്യൂവോ, അല്ലെങ്കിൽ ട്രംപിൻ്റെ ഇഷ്യൂവോ, ഇതൊന്നും മാർക്കറ്റ് കാണാത്തതല്ല. ഇന്ത്യൻ മാർക്കറ്റ് ഹാസ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പവർ ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ദ മെയിൻ ലൈൻ ഇൻഡിസസ് ഫോർ ദ ലാസ്റ്റ് 4 to 5 months, നിഫ്റ്റി ഏതാണ്ട് 12% കറക്റ്റ് ചെയ്ത് തോന്നുള്ളൂ. ഒപ്റ്റിക്കലി ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് കറക്റ്റഡ് ഓൺലി 12%. ബട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ വെൻ യു സ്ക്രാച്ച് ദ സർഫസ്, അതിനകത്തുള്ള പല സ്റ്റോക്സിൻ്റെയും ഫോള് വളരെ ഭീകരമാണ്. ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ഏതാണ്ട് 50 to 70, ഇൻ സം കേസസ് 80% വരെ താഴോട്ട് പോയ സ്റ്റോക്കുകളുണ്ട്. അതുകൂടാതെ നെക്സ്റ്റ് നിഫ്റ്റി 50 ഇൻഡെക്സ് എന്നൊരു ഇൻഡെക്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഓൾറെഡി ഡൗൺ ബൈ അറൌണ്ട് 22-23%. ലാസ്റ്റ് വീക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സെക്ടറൽ ഇൻഡെക്സ് ലൈക്ക് എനർജി, റിയാലിറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ്, PSU, ഇതെല്ലാം 20% മുകളിലായി. നമുക്കറിയാം പ്രദീപ്, നമ്മൾ മാർക്കറ്റിൽ ഒരു 10% വരെയുള്ള കറക്ഷനെ നമ്മൾ പറയുന്നത് നോർമൽ കറക്ഷൻ എന്നാണ്. ബട്ട് 20ക്ക് മുകളിലാവുമ്പോൾ നമ്മൾ ടെക്നിക്കലി വി കോൾ ഇറ്റ് ഈസ് എ ബെയർ മാർക്കറ്റ്. കറക്റ്റ്. 30% മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ പറയും കറക്ഷൻ. 50% മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ പറയും എന്താ പറയുക, എക്കണോമി ഈസ് ഇൻ എ റിസഷൻ. ഇതതിൻ്റെ ഒരു ടെർമിനോളജി നമ്മൾ യൂസ് ചെയ്ത് പോകുന്നതാണ്. സോ ഫേസ് വാല്യൂവിൽ ഏതാണ്ട് നിഫ്റ്റി 12% കറക്റ്റ് ചെയ്തിട്ടുള്ളെങ്കിലും വെൻ യു ലുക്ക് ഇൻസൈഡ്, കുറച്ച് ഡീപ്പായിട്ട് നോക്കുമ്പോൾ ദിസ് കറക്ഷൻ ഹാസ് ബീൻ സോ ഹ്യൂജ്. അപ്പോൾ മാർക്കറ്റിന് അറിയാമെന്നുള്ള കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് ഡിസ്കൗണ്ടഡാണ്. ബട്ട് മാർക്കറ്റ് നമ്മളോട് വേറെ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സം കൈൻഡ് ഓഫ് ബ്ലാക്ക് സ്വാൻ ഈവൻറ്റ്സ്, അല്ലെങ്കിൽ ബഡ്ജറ്റിൽ ഏതെങ്കിലും ഒരു ഡിസിഷൻ എന്തിനെങ്കിലും മാർക്കറ്റ് ഫിയർ ചെയ്യുന്നുണ്ടോ? കാര്യം മാർക്കറ്റ് നമ്മൾ പറയുന്നത് മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് ദ ഫ്യൂച്ചർ എന്നാണ്. ബാക്കി എല്ലാ നമ്മുടെ മുന്നിലിരിക്കുന്ന എല്ലാ ഇൻഫർമേഷനും മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കേൾക്കാത്ത, നമ്മൾ അറിയാത്ത, സീക്രട്ടീവായിട്ട് നിലനിൽക്കുന്ന എന്തെങ്കിലും കാര്യം മാർക്കറ്റിന് നമ്മളെക്കാട്ടിലും അറിയാമോ? ഈസ് മാർക്കറ്റ് വിസ്പറിങ് സംതിങ് ടു അസ്? സൂരജ് പറഞ്ഞ വളരെ ശരിയാണ്. ദാറ്റ് ഈസ് ദ മാർക്കറ്റ് ഇൻഡിസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലീഡ് ഇൻഡിക്കേറ്റർ. ലീഡ് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോഴേക്ക് ഇക്കണോമിക് അല്ലെങ്കിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ ന്യൂസ് അറിയുന്നതിന് മുൻപ് തന്നെ മാർക്കറ്റ് റിയാക്ട് ചെയ്യും. സോ നമ്മൾ പറയാറുണ്ടല്ലോ ബൈ ഓൺ റൂമേഴ്സ് ആൻഡ് സെൽ ഓൺ ന്യൂസ് എന്നല്ലേ? അബ്സല്യൂട്ട്ലി.
ബട്ട് അത് മാർക്കറ്റിൽ ഒരു പഴഞ്ചൊല്ലാണ്. പക്ഷേ അത് ദാറ്റ്സ് എ നൈസ് വേ ടു പുട്ട് ഇറ്റ്. ബട്ട് നേരത്തെ സൂരജ് ഇക്കണോമിക് സർവേനെ കുറിച്ച് സംസാരിച്ചപ്പോൾ വേറൊരു പോയിന്റും കൂടെ യു ഹാഡ് റേസ്ഡ്. അതായത് മാർക്കറ്റിൽ ലോട്ട് ഓഫ് ന്യൂ പീപ്പിൾ ഹാവ് കം ഇൻ ടു ദ മാർക്കറ്റ് ഇൻ ദ ലാസ്റ്റ് 5 years. ഇതിൽ എൻ്റെ കൺസേൺ പുതിയ വ്യക്തികൾ വന്നു എന്നുള്ളതല്ല എൻ്റെ പ്രോബ്ലം. ദ പ്രോബ്ലം ഞാൻ മാർക്കറ്റിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂരിപക്ഷം വന്നിരിക്കുന്ന യങ് പീപ്പിൾ, ദ ഫ്രഷേഴ്സ്, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ദേ ആർ ഓൾ ഗെറ്റിംഗ് ഇൻ ടു ദ റോങ് ഇൻസ്ട്രുമെന്റ്. ഡെറിവേറ്റീവ് സെക്ഷൻ. ആൻഡ് സെക്കൻഡ് എന്താ അവർ ചെയ്യാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഓൾ ലുക്കിംഗ് ടു ട്രേഡ് ഫോർ ദ ഷോർട്ട് ടേം. അവിടെയാണ് ഞാൻ ഈ ഒരു വലിയ പ്രോബ്ലം കാണുന്നത്. നേരെ മറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട്, ലൈക്ക് യു സെഡ്, ഐ ടീച്ച്. ഞാൻ എൻ്റെ ഒരു മെയിൻ part of my life today is to teach young people how to analyze and invest in the share markets. And the good news is that more and more people actually are ready to learn. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. ഇപ്പോൾ ഒരു നല്ലൊരു എക്സാമ്പിൾ പറയാമെങ്കിൽ, ഇന്നലെ നമുക്ക് ഇൻഡസിൻ്റെ ബാങ്കിൻ്റെ റിസൾട്ട് വന്നു. 39% ഡിക്ലൈൻ ഇൻ പ്രോഫിറ്റ്. ബട്ട് കഴിഞ്ഞ 4 സെഷൻസ് ഇൻക്ലൂഡിങ് ടുഡേ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ഷെയർസ് ഓൾമോസ്റ്റ് നമുക്ക് 8% നേട്ടം നൽകി കഴിഞ്ഞു. യെസ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം മാരുതി ഹാസ് അനൗൺസ്ഡ് ഗുഡ് റിസൾട്ട്സ്. ദ ബജാജ് ഹാസ് ഫിനാൻസ് ഹാസ് അനൗൺസ്ഡ് ഗുഡ് റിസൾട്ട്സ്. സോ വി ഹാവ് ഗോട്ട് ടു പിക്ക് ആൻഡ് ചൂസ്. നമുക്ക് ഇൻഡെക്സ് 12% താഴോട്ട് വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ നിഫ്റ്റി 50 22% താഴോട്ട് വന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ I am actually looking at all of these as an investment buying opportunity. 2-3 നല്ല എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഏഷ്യൻ പെയിൻസിൻ്റെ ഷെയർസ് 3400 രൂപയിൽ നിന്ന് 2200 വന്നിട്ടുണ്ട്. ബട്ട് അതിനൊരു കാരണമുണ്ട്. ഇറ്റ് ഡിഡ്ന്റ് ഫോൾ ബിക്കോസ് ഓഫ് ട്രംപ് ടാരിഫ് ഓർ നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്. ഏഷ്യൻ പെയിൻസിൻ്റെ കഴിഞ്ഞ 2 ക്വാർട്ടർലി പെർഫോമൻസ് നോട്ട് അപ് ടു ദ മാർക്ക്. ഏഷ്യൻ പെയിൻസ്, നമ്മൾ ഇന്ത്യൻ പെയിൻറ്റ് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഏഷ്യൻ പെയിൻസ് ഇസ് ദ, അക്സോ നൊബൽ ഇസ് ദ, ഷാലിമാർ പെയിൻറ്റ്, ബർജർ ഇസ് ദ, കെൻസോ നെറോലാക് ഇസ് ദ, ഇൻഡിഗോ പെയിൻറ്റ് ഇസ് ദ. ബട്ട് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ JSW ഗ്രൂപ്പ് ആൻഡ് ഗ്രാസിമ ഗെറ്റിംഗ് ഇൻ ടു ദ പെയിൻറ്റ് ഇൻഡസ്ട്രി വിത്ത് ഹെവി ഇൻവെസ്റ്റ്മെന്റ്. യെസ്. സോ നാച്ചുറലി ഇറ്റ്സ് ഷേക്കിംഗ് അപ്പ് ദ പെയിൻറ്റ് സെക്ടർ. അപ്പോൾ അതായിരിക്കും, ഇത്തരം കാര്യങ്ങളായിരിക്കണം ഇൻവെസ്റ്റർ പഠിച്ചിട്ട് ഹി ഓർ ഷീ ഹാസ് ടു ടേക്ക് എ ഡിസിഷൻ. നമ്മൾ ഏഷ്യൻ പെയിൻറ്റ്സ് വാങ്ങണോ, അങ്ങനെ ആണെങ്കിൽ ഇതിൽ എത്ര വാല്യുവേഷൻ, എത്ര റിട്ടേൺസ് നമുക്ക് കിട്ടുമെന്ന്. സോ യു ഹാവ് ടു ലേൺ ടു പിക്ക് ആൻഡ് ചൂസ് ദീസ് തിങ്സ്. ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ സ്പെഷ്യൽ കേസ് എടുത്തു കഴിഞ്ഞാൽ ഐ ഹാവ് ഓൾറെഡി മെയ്ഡ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ബിക്കോസ് എനിക്ക് ഏഷ്യൻ പെയിൻറ്റ്സിൽ ഇനി കറൻറ്റ് ലെവൽസ് നിന്ന് കാര്യമായിട്ടൊരു ഡൗൺ സൈഡ് കാണാൻ സാധിക്കുന്നില്ല. ഐ തിങ്ക് ദാറ്റ് ദ റിസ്ക് ടു റിവാർഡ്, ഇതായിരിക്കണം ഇൻവെസ്റ്റേഴ്സ് ചെയ്യേണ്ടത്. റിസ്ക് ടു റിവാർഡ്, അതായത് നമ്മൾ 1 രൂപ മാർക്കറ്റിൽ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപ നമുക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ റിലയൻസ് ഇൻഡസ്ട്രീസ് ഹാസ് ബീൻ ബീറ്റൻ ഡൗൺ. റിലയൻസ് ഇൻഡസ്ട്രീസ് മാർക്കറ്റിൽ വളരെ ഹെവി വെയിറ്റ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ആൻഡ് നാച്ചുറലി ഐ തിങ്ക് ദേഴ്സ് എ ലോട്ട് ഓഫ് വാല്യൂ ഇൻ റിലയൻസ് ഇൻഡസ്ട്രീസ് അറ്റ് കറൻറ്റ് ലെവൽസ്. ബട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്ത് നമ്മുടെ ടൈം ഫ്രെയിം ഹാസ് ടു ബി കറക്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രദീപ് പറഞ്ഞത്. നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി പറയുകയാണ്, ഈ പറയുന്ന സ്റ്റോക്സ് ഒന്നും നമ്മൾ റെക്കമെൻഡേഷനോ അഡ്വൈസോ ആയിട്ട് എടുക്കരുത്. ഇത് അക്കാഡമിക് പർപ്പസസിന് വേണ്ടിയിട്ടും ഒരു ഇല്ലസ്ട്രേഷന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിനെ കൺസൾട്ട് ചെയ്യണം. ഇത് ഒരിക്കലും ഒരു റെക്കമെൻഡേഷനായിട്ട് കാണരുത്. ഏഷ്യൻ പെയിൻറ്റ്സ്, അത് പ്രദീപ് പറഞ്ഞതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പ്രേക്ഷകർ പിക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് തരം പൈസയാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് അടുത്ത ആഴ്ച നിങ്ങളൊരു ഷൂ മേടിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് ലിസ്റ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെസസിറ്റി കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ടേം മണി മാർക്കറ്റിലേക്ക് കൊണ്ടുവരരുത്. ഇറ്റ് ഷുഡ് ബി ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആറ്റിറ്റ്യൂഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് ആറ്റിറ്റ്യൂഡിൽ വേണം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാൻ എന്നുള്ളൊരു മികച്ച അഭിപ്രായമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ബ്രില്യൻ്റ് ആയിട്ടുള്ള നമുക്ക് പ്രദീപിന് പറയാനുള്ളത്. അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് മനസ്സിൽ വയ്ക്കുക. പ്രദീപ്, ടേക്കിംഗ് ഇറ്റ് ഫ്രം ദെയർ, ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു, റൈറ്റ്? ഇപ്പോൾ ഇതാണ് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യനും അതാണ്. ഡസ് മാർക്കറ്റ് നോ സംതിങ്? കാര്യം ഈ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ തന്നെ നമ്മുടെ മൈഫിൻ TVക്ക് നല്ലൊരു റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. CFP പഠിച്ച കുറേ എന്താ പറയുക എംപ്ലോയീസ് നമുക്കുണ്ട്. വളരെ റിനൗണ്ട് ആയിട്ടുള്ള എന്താ പറയുക സ്റ്റഡി മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് ടൂൾസ്, നമ്മൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ടൂൾസൊക്കെ യൂസ് ചെയ്ത് വളരെ വിപുലമായ, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മൈഫിൻ TVക്ക് ഉണ്ട്. അതിൽ നമ്മൾ ഏതാണ്ട് കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ ഈ ഒരു ഡിസ്കഷൻ വന്നു. അതായത് ഓരോ സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. മേ ബി അക്കാഡമിക് പർപ്പസസിനായിരിക്കാം. ഈ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ലാസ്റ്റ് 9 ഇയേഴ്സിലെ ലോവസ്റ്റ് വാല്യുവേഷനിലാണ് പ്രൈസിനേക്കാട്ടിലും. അതായത് ഏത് പാരാമീറ്റർ എടുത്താലും ശരി, അതായത് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിളിൽ നമ്മൾ നോക്കുകയാണെങ്കിലും
എൻ്റർപ്രൈസ് വാല്യൂ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആവുകയാണെങ്കിലും ബുക്ക് വാല്യൂ ബേസിസിലാണെങ്കിലും ഏതാണ്ട് 2016 വാല്യുവേഷനാണ് ഏഷ്യൻ പെയിൻറ്റ്സ് ട്രേഡ് ചെയ്യണത്. ഞാൻ വീണ്ടും പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയുന്നു, ഇത് അക്കാഡമിക് പർപ്പസസിന് മാത്രമാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ഈ പേരും പറഞ്ഞ് നിങ്ങൾ സ്റ്റോക്ക് പിടിക്കരുത്, മേടിക്കരുത്. അതിൻ്റെ ഏതാണ്ട് ഒരു 9 ഇയർ ലോയിലാണ് ആ കമ്പനി ട്രേഡ് ചെയ്യണത്. ഓഫ് കോഴ്സ് ഏഷ്യൻ പെയിൻറ്റ്സ് ആദ്യമായിട്ടല്ല ഒരു കോമ്പറ്റീഷനെ ഫേസ് ചെയ്യുന്നത്. ഇൻഡിഗോ പെയിൻറ്റ്സ് ഇതിനു മുമ്പേ വന്നിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ബർജർ, കൻസൈൻ, റോലാക്ക് അല്ലെങ്കിൽ ജോട്ടൺ പെയിൻറ്റ്സ്, ലിസ്റ്റഡ് അല്ല ജോട്ടൺ പെയിൻറ്റ്സ്, ഫോറിൻ കമ്പനിയാണ്, നിപ്പോൺ പെയിൻറ്റ്സ് എന്നിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിയാണ് പറയുന്ന പോലെ JSWയും പുതിയ പുതിയ കമ്പനികളൊക്കെ അതിനകത്ത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ഏഷ്യൻ പെയിൻറ്റ്സ് ഇന്നും എനിക്ക് കാര്യം വെച്ചാൽ പ്രദീപ് പറയുന്ന പോലെ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സാമ്പിൾ കൊടുക്കാവുന്ന ഒരു ക്ലീൻ കമ്പനി, വാറൻ ബൊഫയുടെ ടെർമിനോളജിയിൽ ഗ്രേറ്റ് കമ്പനി, അതായത് അദ്ദേഹം സ്റ്റോക്കുകളെ 3 ബാസ്ക്കറ്റായിട്ടാണ് തിരിക്കുന്നത്. ഗ്രേറ്റ് കമ്പനീസ്, ഗുഡ് കമ്പനീസ്, ഗ്രൂസം കമ്പനീസ്. ഗ്രേറ്റ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. ഗുഡ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റിൻ്റെ അത്രയും ഇല്ല, അതിൻ്റെ സെക്കൻഡ് ടിയറാണ്. അവിടുന്ന് ഗ്രേറ്റ് കമ്പനി ആവുന്ന കമ്പനികൾ കണ്ടുപിടിക്കുമ്പോഴാണ് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമത് ഗ്രൂസം കമ്പനീസ്. ഗ്രൂസം കമ്പനീസ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ഒക്കെ മോശമാണ്, P&L മോശമാണ്, വളരെ മോശമായ സർക്കംസ്റ്റൻസിൽ ആ കമ്പനി വർക്ക് ചെയ്യണം. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് എന്ത് എക്സാമ്പിൾ നമ്മൾ പറയുമ്പോഴും നമ്മൾ ഏഷ്യൻ പെയിൻറ്റ്സിനെ കുറിച്ചായിരിക്കും പറയുന്നത്. കാര്യം ഏഷ്യൻ പെയിൻറ്റ്സ് ഇസ് വൺ ഓഫ് ദ ഗ്രേറ്റ് കമ്പനീസ് ഇൻ ഇന്ത്യ അലോങ് വിത്ത് HDFC ബാങ്ക് ഓർ സിപ്ല. അവിടെ അവിടെ അങ്ങനെ ഒരു ഏഷ്യൻ പെയിൻറ്റ്സിന് എന്തുകൊണ്ടായിരിക്കാം? യെസ്, ഓഫ് കോഴ്സ് ആസ് യു റൈറ്റ്ലി സെഡ് ദർ ഈസ് ഇനഫ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. ഞാൻ ബഡ്ജറ്റും കൂടെ ചേർത്ത് വായിക്കുകയാണെങ്കിൽ എന്താണ് റോ മെറ്റീരിയൽ പ്രൈസിംഗ് പോലും അല്ല ഏഷ്യൻ പെയിൻറ്റ്സിൽ വേറെ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ എക്സെപ്റ്റ് ഓൺ എ വാല്യുവേഷൻ കോമ്പറ്റീഷൻ അല്ലാതെ? എനിത്തിങ് എൽസ്? ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ കഴിഞ്ഞ 2 ക്വാർട്ടർലി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്സിൽ നമ്മൾ കാര്യമായിട്ടൊരു ഗ്രോത്ത് കണ്ടിട്ടില്ല. സോ ആസ് എൻ ഇൻവെസ്റ്റർ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആസ് എൻ ഇൻവെസ്റ്റർ ഞാൻ എപ്പോഴും നോക്കുന്നത് എൻ്റെ കൈവശം 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഏഷ്യൻ പെയിൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ന്യൂ ഏജ് കമ്പനി ലൈക്ക് സൊമാറ്റോ, സ്വിഗ്ഗി ഓർ Paytm ഓർ പോളിസി ബസാറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ? കാര്യം ഇന്ന് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആർ ഡ്രമാറ്റിക്കലി ഇൻക്രീസിങ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പോർട്ട്ഫോളിയോ അലൊക്കേഷൻ എന്ന് പറയും. സോ നമ്മൾ ഒരല്പം ഡിപ്പെൻഡിങ് ഓൺ ഓഫ് കോഴ്സ് നമ്മുടെ ഓരോരുത്തരുടെയും റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചിട്ടായിരിക്കും. സോ ഒരു എമൗണ്ട് ഡെഫിനറ്റ്ലി ഇൻ ടു വാല്യൂ സ്റ്റോക്സ്. ബട്ട് വാല്യൂ സ്റ്റോക്സ് എന്ന് പറയുമ്പോഴേക്കും ഒരു കോൾഗേറ്റ് അല്ലെങ്കിൽ ഒരു ടാറ്റ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏഷ്യൻ പെയിൻറ്റ്സിലൊക്കെ അതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു പ്രൈസും ഉണ്ട്, അതിനൊരു വാല്യുവേഷനും ഉണ്ട്, അതിനൊരു ലെവലും ഉണ്ട്. സോ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതായിരിക്കണം ഇൻവെസ്റ്ററുടെ ഏറ്റവും വലിയ ഒരു ജോബ്. Because it's not easy to do it, but it is not difficult. അത് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അത് കണ്ടുപിടിക്കാം. അപ്പോൾ കഴിഞ്ഞ 5-8 മാസത്തിൽ ഞാൻ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഷെയർസ് വാങ്ങിയിട്ടേ ഇല്ല. എൻ്റെ കൈവശമുള്ള ഷെയർസ് നിയർലി 8-9 മാസങ്ങൾക്ക് കൊണ്ട് ഞാൻ വിറ്റിരുന്നു. ബട്ട് ഒരു 10 ദിവസം മുൻപ് ഞാൻ ഏഷ്യൻ പെയിൻറ്റ്സിൽ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഐ എം സോറി ടു ഇൻറ്ററപ്റ്റ് യു. കട്ടിങ് അക്രോസ് പാർട്ടി ലൈൻസ് നമ്മുടെ മെയിൻ സ്ട്രീം അതായത് പൊളിറ്റിക്കൽ പാർട്ടി ഭരണകക്ഷിയുടെ ശ്രീ ഹോം മിനിസ്റ്റർ അമിത്ഷായുടെ പോർട്ട്ഫോളിയോ നമ്മുടെ സ്ക്രീനിൽ ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് അതായത് 2024 ഇലക്ഷൻ നടന്നല്ലോ, ലോക്സഭ ഇലക്ഷൻ നടന്നപ്പോൾ ആ അഫിഡവിറ്റിൽ നിന്ന് നമ്മുടെ റിസർച്ച് ടീം എടുത്ത ഒരു ഇൻഫർമേഷനാണിത്. അവിടെ മുതൽ ഇന്ന് വരെ അതെങ്ങനെയാണ് പെർഫോം ചെയ്തത്, അദ്ദേഹത്തിന് ഒരുപാട് സ്റ്റോക്സ് ഉണ്ടെങ്കിലും മെയിൻ ലൈൻ സ്റ്റോക്സ് ആയ ടോപ്പ് 10 ഹോൾഡിങ്സ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 8 or 10 ഹോൾഡിങ്സ് ആണ് നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് പ്രേക്ഷകരുടെ അറിവിലേക്ക് കൊണ്ടുവരുന്നത്. അതിൻ്റെ പെർഫോമൻസ് ഇതൊരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അതാണ് ദാറ്റ് ഇസ് വൺ തിങ്. എനിക്ക് തോന്നുന്നു അത് കൂടാതെ തന്നെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പോസിഷൻ ലീഡർ ശ്രീ രാഹുൽ ഗാന്ധിയുടെയും പോർട്ട്ഫോളിയോ അതിനകത്ത് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രേക്ഷകർ കാണുക, ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. ഇതേപോലെ നല്ല നല്ല ഇൻഫർമേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ MyFin TV വാച്ച് ചെയ്യുക. റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ബ്രോഡൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ന്യൂ ടാലൻറ്റ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ന്യൂ സോഫ്റ്റ്വെയർ ഓട്ടോമേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. പ്രദീപ്, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, പ്രേക്ഷകർ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ പ്രദീപ് പറഞ്ഞ നേരത്തെ ഒരു പോയിന്റ്, നമ്മൾ എപ്പോൾ എന്ത് പൈസയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരേണ്ടത്, ഏത് ആറ്റിറ്റ്യൂഡിലാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ളത് ഫസ്റ്റ് സെഷനിൽ പ്രദീപ് പറഞ്ഞു. രണ്ടാമത് പ്രദീപ് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, നിങ്ങൾ ആ പോർട്ട്ഫോളിയോനെ എന്താ പറയുക ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് മേക്ക് ചെയ്തിട്ട് അത് എന്താ പറയുക അതിനെ ഒരു എന്താ പറയുക ഒരു പ്രദീപിൻ്റെ വാക്കുകൾ എന്താ ഉദ്ദേശിച്ചത് പ്രദീപ്, അതൊരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആയിരിക്കണം. അതായത് ഒരു റിസ്ക് ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ പല സ്റ്റോക്കുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഓരോ സെക്ടറിൻ്റെയും അതായത് നല്ല സെക്ടർ ഇനി ഇന്ത്യയിൽ ഗ്രോ ചെയ്യാൻ പോകുന്ന സെക്ടറുകളുടെ അലൊക്കേഷൻസ് നോക്കി ചെയ്യണം എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷനാണ് പ്രദീപ് തന്നേക്കുന്നത്. പ്രദീപ്, നമ്മൾ ഈ ബഡ്ജറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. നമ്മളെ സംബന്ധിച്ച് എന്താ പറയുക, ബഡ്ജറ്റ് ഷുഡ് റിഫ്ലക്ട് എ നേഷൻസ് വാല്യൂ
ആൻഡ് സിറ്റിസൺസ് വാല്യൂ എന്നുള്ളതാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. നമ്മൾ ഇതുവരെ ബഡ്ജറ്റിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എത്രയോ ബഡ്ജറ്റ് നമ്മൾ ഒന്നിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പണ്ടൊക്കെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു റോഡ്, ഒരു പോർട്ട്, റെയിൽവേ, അല്ലെങ്കിൽ വെയർ ഹൗസസ്, അല്ലെങ്കിൽ ഷിപ്പ് യാർഡ്സ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തി നമ്മൾ സംസാരിക്കാറുണ്ട്, റൈറ്റ്? അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ സെക്ടർ പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റൽസ്, ഡയഗ്നോസ്റ്റിക് കമ്പനീസ്, ഫാർമ. ബട്ട് അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഒരു ലാസ്റ്റ് ഒരു കൊല്ലം കൊണ്ടുവന്ന ഒരു മാറ്റമായിരിക്കാം, എസ്പെഷ്യലി കോവിഡിന് ശേഷം. ബട്ട് ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ബഡ്ജറ്റിൽ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ടെക്നോളജി സൈഡ് ഓഫ് കമ്പനീസ്, അതായത് ടെക്നോളജി കമ്പനീസ്, അതായത് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പറയുമ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു, അതായത് പോർട്ട് പറഞ്ഞു, റോഡ് പറഞ്ഞു, എയർപോർട്ട് പറഞ്ഞു, ഒക്കെ കൂടാതെ വി ആർ ടോക്കിംഗ് അബൌട്ട് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ കൺട്രിയെ കണക്ട് ചെയ്യുന്ന ഓപ്റ്റിക് ഫൈബർ കേബിൾ, കൺട്രി ടു കൺട്രി കണക്ട് ചെയ്യുന്ന ഓപ്റ്റിക് ഫൈബർ കേബിൾ. ഇപ്പോൾ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, അവർ ഏറ്റവും കൂടുതൽ ഓപ്റ്റിക് ഫൈബർ അണ്ടർ സീ കേബിൾ ഇട്ട ഒരു കമ്പനിയാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചേഴ്സ്, അതായത് ടെലിഫോണി, മൊബൈൽ ടെലിഫോണി കൊണ്ടുവരുന്ന ടെലികോം ടവേഴ്സ്, ഇൻഡസ് ടവേഴ്സ് അല്ലേ, ഇങ്ങനത്തെ കമ്പനികളൊക്കെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് പോളിസി ഈ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ് മാത്രമല്ല, ഹെൽത്തിലായാലും ശരി, ഇൻഷുറൻസിലായാലും ശരി, ഏത് മേഖല എടുത്താലും, ഈവൻ ഹോട്ടൽ ഇൻഡസ്ട്രി, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ നമ്മൾ മെയിൻ ലൈൻ ഹോട്ടൽസും അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയുക അമ്യൂസ്മെൻറ്റ് പാർക്സ്, ഇപ്പോൾ നമ്മുടെ ഒരു കേരള ബേസ്ഡ് പ്രൗഡ് കമ്പനി, നമ്മളൊക്കെ പ്രൗഡ് ആവുന്ന ഒരു കമ്പനിയുണ്ട്, വണ്ടർല. ഇതൊന്നും കൂടാതെ നമ്മളിപ്പോൾ പറയുന്നത് മേക്ക് മൈ ട്രിപ്പ്, ഈസ് മൈ ട്രിപ്പ്, യാത്ര എന്നിങ്ങനെയുള്ള ടെക് കമ്പനീസും കൂടെ വരുന്നുണ്ട്. പ്രദീപ്, ഐ നോ യു ആർ എ വെരി കൺസർവേറ്റീവ് ആൻഡ് ട്രഡീഷണൽ ഇൻവെസ്റ്റർ. യു ഡിപ്പെൻഡ് എ ലോട്ട് ഓൺ ഫണ്ടമെൻ്റൽ ആസ്പെക്ട് ഓഫ് ദിസ് കമ്പനി. ഉദാഹരണത്തിന് ഞാൻ പ്രദീപിൻ്റെ അടുത്തൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളൊരു സ്റ്റഡി വെച്ചത് സൊമാറ്റോ വേഴ്സസ് കോൾ ഇന്ത്യ. ശരിയാണ്, സൊമാറ്റോവും കോൾ ഇന്ത്യ ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ അല്ല, ബട്ട് രണ്ടും റിസീവ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരേ പൈസയാണ്. ഒരു ഇൻവെസ്റ്ററിൻ്റെ പൈസ എങ്ങോട്ട് വരണമെന്ന് ഇൻവെസ്റ്റർ നിശ്ചയിക്കാം. സൊമാറ്റോയിൽ വേണമെങ്കിലും കോൾ ഇന്ത്യ. ദർ ഈസ് നോ പ്രഷർ ഓൺ എൻ ഇൻവെസ്റ്റർ ടു ഇൻവെസ്റ്റ് ഇൻ സൊമാറ്റോ ഓർ ഇൻ കോൾ ഇന്ത്യ. അതിൽ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു ഫാക്ടർ കോൾ ഇന്ത്യ, അതായത് കോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു 80 to 90% ഓഫ് എന്താ പറയുക ഇലക്ട്രിസിറ്റി പവർ നിയന്ത്രിക്കുന്ന ഒരു കമ്പനി, ഒരു ഇൻ്റഗ്രൽ ആയിട്ടുള്ള കമ്പനിയാണ്. നാളെ കോൾ ഇന്ത്യ ഇന്ത്യൻ എക്കണോമിയിൽ ഇല്ല എന്ന് പറയണമെങ്കിൽ ഇന്ത്യ ആസ് എ നേഷൻ അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ബട്ട് സൊമാറ്റോ എന്ന് പറയുന്നത് ഒരു ആൻസിലറി ബിസിനസ്സാണ്. അതില്ലെങ്കിലും സൊമാറ്റോ, സ്വിഗ്ഗിയൊക്കെ അടുത്ത കാലത്ത് കോവിഡിന് ശേഷം പോപ്പുലർ ആയിട്ടുള്ള ബിസിനസ്സാണ്. അതിലൊരു അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ കണ്ടത് പ്രദീപ്, കോൾ ഇന്ത്യ ഒരു കൊല്ലം അടയ്ക്കുന്ന ടാക്സിനെക്കാട്ടിലും കുറവാണ് സൊമാറ്റോൻ്റെ റവന്യൂ. കോൾ ഇന്ത്യ ഒരു കൊല്ലം ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ടിനേക്കാളിലും കുറവാണ് സൊമാറ്റോൻ്റെ റവന്യൂ. ബട്ട് മാർക്കറ്റ് ക്യാപ്പ് വൈസ് സൊമാറ്റോ ഈസ് മച്ച് ബിഗർ ദാൻ കോൾ ഇന്ത്യ അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഇങ്ങനെ ഒരു അനോമാലിറ്റി ഇന്ത്യയിലേക്ക് വരുന്നത് ഞാനും ആദ്യമായിട്ടാണ് കണ്ടത്. അതായത് ഡൈവേർജൻസ്, അതായത് ചില സ്റ്റോക്കുകൾ മാത്രം, നമ്മൾ ഇതിനെ US മാർക്കറ്റായിട്ട് ചേർത്ത് വയ്ക്കുമ്പോൾ മാഗ്നിഫിസൻറ്റ് 7 പറഞ്ഞു, അവിടെ അതിനോട് പ്രദീപ് ആഡ് ചെയ്തു. അതായത് അത് മാത്രമല്ല, അവിടെ പല കമ്പനികളും ഈ പറഞ്ഞ പോലെ നമ്മൾ JP മോർഗൻ അല്ലെങ്കിൽ ബാങ്ക് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ള സെക്ടേഴ്സിലുള്ള കൺസംഷൻ സ്റ്റോറീസ് ഒക്കെ അതേപോലെ പെർഫോം ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ അടുത്ത കാലത്ത് പല കമ്പനീസും, പ്രദീപിന് ഒരു പക്ഷേ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, പലതും 100p, 80p, 70p. സൊമാറ്റോ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രേക്ഷകർ അറിവിലേക്ക് മാത്രം പറയുകയാണ്, ഇതൊരു റെക്കമെൻഡേഷൻ അല്ല. ഏതാണ്ട് 100% പ്രോഫിറ്റ് സൊമാറ്റോ നെക്സ്റ്റ് അടുത്ത 10 കൊല്ലം ഉണ്ടാക്കുന്ന വാല്യുവേഷൻ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്ത പോലെയാണ് ആ സ്റ്റോക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പെരുമാറുന്നത്. പ്രദീപ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, കൊല്ലങ്ങളായിട്ട് മാർക്കറ്റ് കണ്ടാണ്, ജോലിയിൽ കയറിയ നാൾ മുതൽ സ്റ്റോക്ക് മേടിച്ച ആ സ്പിരിറ്റ് ഓഫ് ഇക്വിറ്റി മനസ്സിലാക്കിയ ആളാണ്, കൾച്ചർ ഓഫ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയ ആളാണ് പ്രദീപ്. പ്രദീപിൻ്റെ എക്സ്പീരിയൻസിൽ പ്രദീപിന് എന്താണ് ഇതിൽ പറയാനുള്ളത്? ഇപ്പോൾ മാർക്കറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലുക്സ് അറ്റ് ദ ഫ്യൂച്ചർ. അപ്പോൾ നമ്മളിപ്പോൾ കോൾ ഇന്ത്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ കോൾ ഇന്ത്യ അടുത്ത 10 കൊല്ലം ക്യാൻ ഇറ്റ് ഗ്രോ അറ്റ് 25-30%? അതിൻ്റെ ആൻസർ ഇസ് നോ. കോൾ ഇന്ത്യക്ക് അങ്ങനെ വളരാൻ സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ സൊമാറ്റോ, സ്വിഗ്ഗി മുതലായ കമ്പനീസിനെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ സൊമാറ്റോ, സ്വിഗ്ഗിക്ക് അടുത്ത 10 കൊല്ലം 25-30% ഗ്രോത്ത് നൽകാൻ സാധിക്കുമോ? ദി ആൻസർ ഇസ് യെസ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആ ഒരു കാഴ്ചപ്പാടിൽ ഇത് നോക്കുന്നത്. ഇപ്പോൾ യു ടോൾഡ് മീ അബൌട്ട് ആദ്യത്തെ ദിവസം മുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, വളരെ ശരിയാണ്. സോ എൻ്റെ ആദ്യത്തെ ഒരു മെമ്മറബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻഫോസിസ്. ഇൻഫോസിസിൻ്റെ IPOയിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. സോ
100 ഷെയർ വാങ്ങിക്കാൻ വേണ്ടി 9,500 rupees 1993 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. ഇന്ന് എൻ്റെ കൈവശം ഓഫ്കോഴ്സ് ആ ഷെയർസ് അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. ബട്ട് ആ ഷെയർസ് എൻ്റെ കൈവശം ഇന്ന് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ 17 കോടി രൂപയായിരുന്നു. So 9,500 rupees is becoming 17 crore rupees. So Infosys 30 വർഷം പ്രേക്ഷകരെ ശ്രദ്ധിച്ച് കേൾക്കുക. പ്രദീപ് ഈ പറയുന്നത് ഇതൊരു വാല്യുബിൾ ഇൻഫർമേഷൻ ആണ്. നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും ഏത് വീഡിയോ കണ്ടാലും ഈ ഇൻഫർമേഷൻ കിട്ടില്ല. റൈറ്റ് ഫ്രം ദ ഹാർട്ട് ഒരാൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു കാര്യം ആലോചിക്കണം. ഇന്ന് നമ്മുടെ മുന്നിൽ സ്റ്റോക്കിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. പ്രദീപ് മാർക്കറ്റിൽ ഇറങ്ങുന്ന കാലത്ത്, ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന കാലത്ത് നമുക്ക് ആർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു അന്ന് ഫിസിക്കൽ ഷെയർസ് ആയിരുന്നോ കൂടുതലും? Absolutely. So അന്ന് ഇൻഫോസിസ് അതേ സമയത്തായിരുന്നു നമുക്ക് വിപ്രോ മുതലായ സ്റ്റോക്സ്, അതിന് മുൻപ് മാരുതി വന്നിരുന്നു. സോ ഇത്തരം സ്റ്റോക്സൊക്കെ ഇറ്റ് ഹസ് ഗിവൺ മാനിഫോൾഡ് റിട്ടേൺസ്. നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. MRF ടയർസ് എക്സാമ്പിൾ. ബട്ട് ദ പോയിന്റ് ഇസ് അതൊരു പ്രൗഡ് മൊമെന്റ് ആണല്ലേ, കേരള ബേസ്ഡ് ഒരു കേരള ഒരു റൂട്ട്സ് ഉള്ള ഒരു സ്റ്റോക്ക് ആണല്ലേ. Absolutely. ബട്ട് ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് നമ്മൾ 20 കൊല്ലം 10 കൊല്ലം 30 കൊല്ലം മുൻപൊന്നും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലായിരുന്നു. സോ വി മിസ് ദ ബസ് ഫോർ വാട്ട് എവർ റീസൺ. ബട്ട് ദ ക്വസ്റ്റ്യൻ ഇസ് ഇന്ന് അത്തരം സ്റ്റോക്സ് എവിടെ ഇരിക്കുന്നത്? സോ ഇന്നത്തെ ഇൻഫോസിസ് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന MRF ഇസ് ദ ന്യൂ ജനറേഷൻ സ്റ്റോക്സ്. ആ ന്യൂ ജനറേഷൻ സ്റ്റോക്സ് ആ So that rotation is happening in the market. Absolutely. Rotation is market. Absolutely. The old stereotypes giving way for the new age companies to come in. Absolutely. നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ നമ്മൾ നിഫ്റ്റി 50 അതല്ലെങ്കിൽ അമേരിക്കയിൽ ഇപ്പോൾ ഡൗ ജോൺസ് ഇൻഡെക്സ് ഉണ്ട്. നിഫ്റ്റി 50ൽ ടോപ്പ് 50 കമ്പനികളാണ് ഉള്ളത്. ഡൗ ജോൺസ് ഇൻഡെക്സിൽ അമേരിക്കയിലുള്ള ടോപ്പ് 30 കമ്പനീസ് അത്. നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് കഴിഞ്ഞ 100 വർഷത്തെ ഹിസ്റ്ററി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ തുടക്കം മുതൽ ഒരേ ഒരു കമ്പനിയെ ഡൗ ജോൺസ് ഇൻഡെക്സിൽ സർവൈവ് ചെയ്തിട്ടുള്ളൂ, ജനറൽ ഇലക്ട്രിക്. ബാക്കി ഒരു സ്റ്റോക്കും അമേരിക്കൻ വിപണിയിൽ ആ ഇൻഡെക്സിൽ സർവൈവ് ചെയ്തിട്ടില്ല. അത് രൂപീകരിക്കുന്ന സമയത്ത് ദ ടോപ്പ് കമ്പനീസ് അതേവേ റെയിൽ റോഡ്സ് മുതലായ സ്റ്റോക്സ് ഒക്കെ. ആബ്സല്യൂട്ട്ലി. നമ്മൾ സെൻസെക്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സെൻസെക്സ് രൂപീകരിക്കുന്ന സമയത്ത് 1978 ഇറ്റ് വാസ് ടെക്സ്റ്റൈൽ കമ്പനീസ്, കോട്ടൺ മിൽസ് വേ പാർട്ട് ഓഫ് ഇറ്റ്. ഇന്നും നിലവിലുള്ള ഒരു കമ്പനീസ് ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ്, ഇതൊക്കെയായിരുന്നു അന്നത്തെ സെൻസെക്സിന്റെ ഭാഗം. അതായത് ഇത്രയും മോശമായിട്ടുള്ള ഒരു സെക്ടറിൽ ഒരു നല്ല ബിസിനസ് എങ്ങനെ നടത്തി കാണണം. ഇൻഫാക്ട് ഞാൻ എപ്പോഴും എനിക്ക് പരിചയമുള്ള സ്റ്റുഡൻസിനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു CFO ഒരു സംസാരം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റും P&L, അതായത് ഏത് കമ്പനിയും ഒരു സൈക്കിളിൽ കൂടി പാസ് ചെയ്തു പോകും. അതിൻ്റെ ഗുഡ് ടൈംസും ഉണ്ടാവും, അതിൻ്റെ ബാഡ് ടൈംസും ഉണ്ടാവും. ഈ ഗുഡ് ടൈംസും ബാഡ് ടൈംസും നെഗോഷിയേറ്റ് ചെയ്ത് പോകുന്നതാണ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ CFO പ്രദീപ് പറഞ്ഞു നന്നായി. മിസ്റ്റർ ശിവകുമാർ ഉണ്ട്. തീർച്ചയായിട്ടും പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസ് ഉണ്ടെങ്കിൽ കേൾക്കുക. എങ്ങനെയാണ് ഒരു കമ്പനിക്ക് ബിസിനസ്സിന് ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യേണ്ടത്, മോശം സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു. ഈ ഷിപ്പിങ്ങിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ മാർക്കറ്റ് നന്നായിരുന്നു, ഷിപ്പിംഗ് റേറ്റ്സ് കൂടുമ്പോൾ അവരെ ഷിപ്സ് വിറ്റാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ആ സൈക്കിൾ താഴേക്ക് വരുമ്പോൾ മറ്റുള്ള കമ്പനീസ് ബ്ലീഡ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നല്ല ഷിപ്പ് ഇവർ മേടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഷിപ്പിംഗ്. ഞാൻ സോറി ഇൻറ്ററപ്റ്റ് ചെയ്തത്. പ്രദീപ് പ്ലീസ്. ഇല്ല, ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. ബട്ട് ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ഇത്ര നല്ല കമ്പനി ആയിട്ട് പോലും ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ഐദർ സെൻസെക്സ് ഓർ ദ നിഫ്റ്റി 50. ആൻഡ് ഇൻ ഫാക്ട് ഇറ്റ് ഈസ് ജസ്റ്റ് 12,000 crore മാർക്കറ്റ് ക്യാപ്. ആബ്സല്യൂട്ട്ലി. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി ആസ് എൻ ഇൻവെസ്റ്റർ എപ്പോഴും ഇൻവെസ്റ്റ് അഗൈൻ ഷിപ്പിംഗ് ക്യാൻ ഇറ്റ് ഗ്രോ 25%, 30%, 100%? ദ ആൻസർ ഇസ് നോ. സാധിക്കത്തില്ല. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ന്യൂ ജനറേഷൻ കമ്പനികൾക്കൊക്കെ അത്തരം റിട്ടേൺസ് നൽകാൻ പോസിബിലിറ്റീസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ദി ഇൻവെസ്റ്റർ ഈസ് ഓൾവേസ് ലുക്കിംഗ്. അപ്പോൾ ആ ഒരു ഇക്കോണമിയിലുള്ള കോമ്പോസിഷൻ നോക്കുമ്പോഴേക്കും naturally അത്തരം കമ്പനീസിന്റെ കോൺട്രിബ്യൂഷൻ വിൽ ബി മച്ച് മോർ ആസ് വി മൂവ് ഫോർവേഡ്. ആബ്സല്യൂട്ട്ലി. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പഴയ കമ്പനീസ് ഇറ്റ് വിൽ ഗിവ് അവേ ഫ്രം ദ സെൻസെക്സ് അല്ലെങ്കിൽ നിഫ്റ്റി 50. ഓൾഡ് ജനറേഷൻ ഗിവിംഗ് വേ ഫോർ ദ ന്യൂ വൺസ്. ആബ്സല്യൂട്ട്ലി. സോ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് വി ഹാവ് ഗോട്ട് ടു ഡെഫിനറ്റ്ലി ലുക്ക് അറ്റ് ദ ന്യൂ ജനറേഷൻ കമ്പനീസ്. അത് ഒരിക്കലും മിസ് ചെയ്യരുത്. ദ ഗുഡ് തിങ് ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ വാട്ട് എവർ റീസൺ കഴിഞ്ഞ ഒരു 1.5-2 വർഷത്തിന് ഇടയിൽ വന്നിരിക്കുന്ന ഒത്തിരി നിരവധി IPO സ്റ്റോക്സ്
നല്ല വാല്യുവേഷനിലോട്ട് വന്നു ചേർന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, ഓല ഇലക്ട്രിക്, ഇക്സിഗോ, ഈസ് മൈ ട്രിപ്പ്, ഇതൊക്കെ IPO വരുന്ന സമയത്ത് ദേ വർ ഹൈലി ഓവർ വാല്യൂഡ് ഫോർ വാട്ട് എവർ റീസൺ. ഇന്ന് ആ സ്റ്റോക്സ് ഒക്കെ നല്ലൊരു ഹെൽത്തി കറക്ഷന് ശേഷം ദേ ആർ അറ്റ് എ ഹ്യൂജ് ഡിസ്കൗണ്ട് ടു ദ ഇഷ്യൂ പ്രൈസ്. ഓൾമോസ്റ്റ് 50-60% താഴോട്ട് വന്നു കഴിഞ്ഞു. ആൻഡ് ഐ സി എ ലോട്ട് ഓഫ് അപ്സൈഡ് ടു സച്ച് സ്റ്റോക്സ്. ബ്യൂട്ടിഫുൾ. പ്രദീപ്, ഇനി ഏതാണ്ട് നമുക്ക് 10 മിനിറ്റ്സും കൂടെ ബാക്കിയുള്ളത്. കൗണ്ട് ഡൗൺ ഹാസ് സ്റ്റാർട്ടഡ്. ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് സർപ്രൈസ് ആയിട്ട് നിർമ്മലാ സീതാരാമൻ്റെ ഐപാഡിൽ ഇരിക്കുന്നതെന്ന് കേൾക്കാനാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യണത്, ആസ് വി ക്ലോസ് ടു ദ ബഡ്ജറ്റ് ടൈം, എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സ്ഥിതിവിശേഷങ്ങളെന്ന് അറിയാൻ അനില. ഗുഡ് മോർണിംഗ് അനില. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സൂരജ്. അനില, എന്തുണ്ട് ഇനി നമുക്ക് വെറും 8 തൊട്ട് 10 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ ഇന്ത്യൻ മാർക്കറ്റിൽ. എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത്? മാർക്കറ്റിൽ എന്തെങ്കിലും പ്രത്യേക മൂവ്മെൻറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡിസസുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾക്കോ പ്രത്യേകമായിട്ട് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പ്രദീപും സംസാരിക്കുകയുണ്ടായി. അടുത്ത കാലത്തായിട്ട് മാർക്കറ്റ് എന്താ പറയുക, ഒരു കറക്ഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് വന്നപ്പോൾ കൺസ്യൂമർ ഡിസ്ക്രിഷണറി അല്ലെങ്കിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് ആൻഡ് FMCG എന്നിങ്ങനെ സ്റ്റോക്കുകൾക്ക് ചെറിയൊരു എന്താ പറയുക, ഒരു കൺസോൾട്ടേഷനും ഒരു പുൾ ബാക്കും കാണുന്നുണ്ട്. കാര്യം മേ ബി ഓൺ എക്സ്പെക്ടേഷൻ ദാറ്റ് ബഡ്ജറ്റിൽ ചിലപ്പോൾ ഇൻകം ടാക്സ് കുറച്ചേക്കാം എന്നുള്ളതായിരിക്കാം. എന്ത് പറയുന്നു അനില? വാട്ട് ഈസ് യുവർ വ്യൂ പോയിന്റ് ഓൺ ദാറ്റ്? മിസ്റ്റർ സൂരജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതായാലും ഇന്നിപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഏകദേശം ഒരു 10 മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ നമുക്ക് ആദ്യത്തെ ഒരു 2 hourലെ ഒരു മൂവ്മെൻറ്റ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. കാരണം ഒരു സ്പൈക്ക് അല്ല നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്, വളരെ ഫ്ലാറ്റ് ആയിട്ട്. എന്നാൽ അതേസമയം ഒരു പോസിറ്റീവ് മൊമെൻറ്റം കീപ്പ് ചെയ്യാനായിട്ട് ത്രൂ ഔട്ട് ദ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 23,500 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റി 50 സാധിക്കുന്നുണ്ട്. 23,582 എന്നൊരു നിലയിലാണ് നിലവിൽ ട്രേഡിംഗ് തുടർന്ന് വരുന്നത്. ഒരുപക്ഷെ ആദ്യത്തെ ഒരു 45 മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ്സിൽ പർട്ടിക്കുലറായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ്സിൽ മാത്രമാണ് ഒരുപക്ഷെ 23,400 അല്ലെങ്കിൽ 500 എന്നൊരു ലെവൽ കൈവിട്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ 2 മണിക്കൂറുകൾ പിന്നിടുമ്പോഴും 23,500 എന്നൊരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നേരത്തെ സൂരജ് സൂചിപ്പിച്ചതുപോലെ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചില സെക്ടേഴ്സിൽ നമുക്കൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ക്യാപിറ്റൽ ഗുഡ്സ്, അതിനോടൊപ്പം തന്നെ FMCG സെക്ടേഴ്സിലൊക്കെ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇപ്പോൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിലെ ഓഹരികൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ചില പെർട്ടിക്കുലർ ഓഹരികളിൽ ഒരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലിപ്പോൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ക്യാപിറ്റൽ ഗുഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് ഇപ്പം ഇൻഡസ്ട്രി വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ബേസിലാണെങ്കിലും ഒരു ഇക്കണോമിസ്റ്റ് ആണെങ്കിലും പരിശോധിക്കുന്നത് ക്യാപെക്സ് എത്രത്തോളം ഉണ്ടായി. കാരണം രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു അലോക്കേഷനാണ് ക്യാപെക്സ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് പിന്നീട് എത്രത്തോളം മുന്നോട്ടേക്ക് മറ്റ് സെക്ടേഴ്സിന് കിട്ടും എന്നുള്ളത് തന്നെയാണ്. ക്യാപെക്സിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ 11.11 ട്രില്യൺ രൂപയായിരുന്നു അലോക്കേറ്റ് ചെയ്തിരുന്നത്. ഈ വർഷം അത് 11.4 ആയിട്ട് ഉയരുമെന്നൊരു എക്സ്പെക്ടേഷനാണ് പൊതുവെ വിപണിയിലുള്ളത്. അതിൻ്റെ ബേസിസിൽ ഇന്നിപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സിൽ പല ഓഹരികളിലും നമുക്കൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രീമിയർ എനർജീസിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 5% മുകളിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ആണ് പ്രീമിയർ എനർജീസിൽ കാണുന്നത്. അതിനോടൊപ്പം തന്നെ ഐനോക്സ് വിൻഡിൽ റീന്യൂബിൾ സെഗ്മെന്റ് എന്നുള്ള ഐനോക്സ് വിൻഡിലേക്ക് വരികയാണെങ്കിലും 5% ഒരു മൂവ്മെന്റ് കാണുന്നുണ്ട്. KEC ഇന്റർനാഷണലിലേക്ക് വരികയാണെങ്കിലും 5%-ലധികം നേട്ടം നൽകുന്നുണ്ട്. മറ്റൊരു റീന്യൂബിൾ സ്റ്റോക്ക് ആയിട്ടുള്ള KPI ഗ്രീനിലേക്ക് വരുമ്പോഴും 5.5% മുകളിലൊരു മൂവ്മെന്റ് ആണ് നമുക്കിന്നിപ്പോൾ കാണുന്നത്. ഒപ്പം ജീനസ് പവർ, ക്രാഫ്റ്റ്സ്മാൻ, അപ്പാർ ഇൻഡസ്ട്രീസ് തുടങ്ങിയ ഓഹരികളിലൊക്കെ ഒരുപക്ഷെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള ഈ ഒരു നിഫ്റ്റി 50-ലെ ഓഹരികൾ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് മാർക്കറ്റ് അല്ലെങ്കിൽ ബജറ്റിനെ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്, കൂടുതലായിട്ട് വെൽക്കം ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് ഈ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഓഹരികളാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ രാവിലെ മാർക്കറ്റ് പ്ലസിൽ പ്രദീപ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോമൊബൈൽ ഒരുപക്ഷെ ഒരു ഡിസ്പോസിബിൾ ഇൻകത്തിലൊരു കൂടുതൽ ടാക്സ് കട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് ബെനിഫിഷ്യറി ആകുന്നത് ഓട്ടോമൊബൈൽ സെക്ടറാണ് എന്ന്. ഏതായാലും ആ ഒരു വിഷന് ഏകദേശം പോസിറ്റീവായ രീതിയിലാണ് മാർക്കറ്റിൽ ഇപ്പോൾ മൂവ് ചെയ്തിരിക്കുന്നത്. ഓട്ടോമൊബൈൽ ആൻഡ് ആൻസിലറി സെഗ്മെന്റിലേക്ക് വരുമ്പോഴേക്കും ജുപ്പിറ്റർ വാഗൺസിൻ്റെ ഓഹരികൾ 5.5%-ലധികം ഒരു മുന്നേറ്റം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബാറ്ററി സെഗ്മെന്റിൽ നിന്നും അമരരാജയിലാണെങ്കിലും ഏകദേശം 4.47% ഒരു മൂവ്മെന്റ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ HBL എഞ്ചിൻ
എഞ്ചിനീയേഴ്സിലേക്ക് വരികയാണെങ്കിലും 3% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. അതുൽ ഓട്ടോ, JBM ഓട്ടോ തുടങ്ങിയ ഓഹരികളിലൊക്കെ നമുക്കൊന്നൊരു പോസിറ്റീവ് മൊമെൻറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ എടുത്തു പറയുന്നത് ഈ സോഫ്റ്റ്വെയർ ആൻഡ് IT റിലേറ്റഡ് ആയിട്ടുള്ള ഓഹരികളിലും നമുക്ക് വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് ഇന്നിപ്പോൾ കാണുന്നുണ്ട്. സെൻസാർ ടെക്കാണ് അതിൽ ഒരുപക്ഷെ എടുത്തു പറയേണ്ടുന്ന ഒരു ഓഹരി എന്ന് പറയാം. കാരണം 6% ഒരു നേട്ടം സെൻസാർ ടെക്കിൽ ഇന്നിപ്പോൾ കാണുന്നുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആപ്പിൾ ഇന്ത്യയാണ്. ആപ്പിൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ടും നല്ലൊരു മൊമെൻറ്റം കാണുന്നുണ്ട്. ന്യൂജൻ ടെക്നോളജീസിലും ഏകദേശം 3% മുകളിലുള്ളൊരു നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നേരത്തെ സൂരജ് സൂചിപ്പിച്ചതുപോലെ FMCGയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ മെയിൻലൈൻ കമ്പനികളിൽ നിന്ന് മാറിയിട്ട് മറ്റു പല മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്പേസിൽ നിന്നുള്ള ഓഹരികളിൽ ഒരു മൂവ്മെൻ്റ് ആണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്. അതിൽ ഗോദ്രേജ് അഗ്രോവെറ്റ് ആണ് എന്നിപ്പോൾ വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ ഹാറ്റ്സൺ അഗ്രി, അതിനോടൊപ്പം വരുൺ ബിവറേജസ് ആണ് മെയിൻലൈൻ ഇതിൽ ഏറ്റവും അധികം ഒരു നേട്ടം നൽകുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത്. ഏകദേശം 2.5% മുകളിലാണ് ഇപ്പോൾ ഒരു നേട്ടം നൽകിയിരിക്കുന്നത്. ഏതായാലും പൊതുവെ നോക്കുകയാണെങ്കിൽ സെക്ടർ വൈസ് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ബെഞ്ച് മാർക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓഹരികളെക്കാൾ ഉപരി ഈ ഒരു ബഡ്ജറ്റിന് ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്പേസിലുള്ള ഓഹരികളാണ് എന്നാണ് എനിക്കിപ്പോൾ ആദ്യത്തെ ഒരു 2 hours കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂരജ്, ഇതൊരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയി. വളരെ നന്ദി ശ്രീ പ്രദീപ്. ജസ്റ്റ് മിനിറ്റ്സ് എവേ അനിലിൽ നിന്നുള്ള ഫീഡ് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള മൂവ്മെൻ്റ് ഇല്ല, ബട്ട് വിത്ത് എ പോസിറ്റീവ് ബയസ്. അത് കൂടുതലും മെയിൻ ലൈൻ സ്റ്റോക്കുകളെക്കാട്ടിലും മിഡ് സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിൽ ഒരു സ്ട്രെങ്ത് കാണുന്നുണ്ടെന്നുള്ളൊരു ഫീഡാണ് അനിലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പ്രദീപ്, ജസ്റ്റ് മിനിറ്റ്സ് എവേ എന്തായിരിക്കും നമുക്ക് പ്രദീപിൻ്റെ ഈ പറയുന്ന ബഡ്ജറ്റിലേക്ക് എവിടെയായിരിക്കാം ഒരു ഇൻവെസ്റ്റർ, ഏത് സ്റ്റോക്കായിരിക്കാം, ഏത് സെക്ടറിലായിരിക്കാം, എന്താണ് മാർക്കറ്റ് നമ്മളോട് പറയുന്നത്? പ്രദീപിന് എന്ത് ഇൻഡിക്കേഷനാണ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്? ദ ടെക്നിക്കൽസ് അല്ലെങ്കിൽ ദ ഫണ്ടമെന്റൽസ് എന്താണ് പ്രദീപിനോട് സംസാരിക്കുന്നത്? നമ്മൾ നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്, നിഫ്റ്റി IT ഇൻഡെക്സ്, നിഫ്റ്റി FMCG, എനർജി, ഏത് സെക്ടർ എടുത്തു കഴിഞ്ഞാലും അണ്ടർടോൺ ബെയറിഷ് തന്നെ ആയിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വാട്ട് വി ഹാവ് സീൻ ഇസ് എ ലോട്ട് ഓഫ് റിക്കവറി, ബട്ട് അതൊരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. അണ്ടർടോൺ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ മേജർ സ്റ്റോക്കിലും ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് ടു ബി ബെയറിഷ്. ചില സെലക്റ്റീവായിട്ട് മാരുതി, ബജാജ് ഫിനാൻഷ്യൽ സർവീസസ്, അത്തരം സ്റ്റോക്സിൽ മാത്രം നമുക്ക് കഴിഞ്ഞ ഒരു 10 ദിവസത്തിനുള്ളിൽ ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ആൻഡ് കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിലെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് SJVN, NHPC മുതലായ സ്റ്റോക്സ്, പവർ സ്റ്റോക്സ് ആൻഡ് ഇൻസിഡൻ്റ്ലി ഈവൺ ഇൻ കോൾ ഇന്ത്യ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾസോ ഇൻ ദ ഡിഫൻസ് സെക്ടർ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ആൻഡ് ഓൾസോ റെയിൽവേ ഡിഫൻസ് ഇറ്റ് സീംസ് ഏതാണ്ട് 2% അപ്പാണ് ഇന്ന് ഏതാണ്ട് ഡിഫൻസ് സെക്ടറിലെ മെയിൻ ലൈൻ സ്റ്റോക്സ് ഒക്കെ. വാട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തിയേ പറ്റൂ. സോ ഗവൺമെൻറ് അത് ചെയ്യാൻ പോകുന്ന സമയത്ത് ആൻഡ് അഗെയിൻ ഇൻ അലൈൻഡ് വിത്ത് ദ ആത്മനിർഭർ ഭാരത് വീണ്ടും ഡിഫൻസ് മേഖലയിലും റെയിൽവേ സെക്ടറിലും പവർ സെക്ടറിലും ഇൻഫ്രയിലും ഒക്കെ ഐ എം എക്സ്പെക്ടിങ് എ ലോട്ട് ഓഫ് ട്രസ്റ്റ് ഇൻ ദ ബഡ്ജറ്റ്. നമുക്ക് നോക്കാം. ഏതായാലും പ്രദീപ് നമ്മുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ബഡ്ജറ്റിന് മുമ്പേ പ്രീ ബഡ്ജറ്റ് ഷോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരും പോസ്റ്റ് ബഡ്ജറ്റ് അനാലിസിസുമായി. ഏതൊക്കെ സ്റ്റോക്സ് ആണ് നമ്മൾ സംസാരിച്ചത്, എങ്ങനെയാണ് മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വക ബഡ്ജറ്റ് എങ്ങനെയാണ് ഒരു മനുഷ്യനെ, കോമൺ മാനെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും വൈകുന്നേരം വാച്ച് ചെയ്യുക. MyFin TV ലൈവാണ്. ഞങ്ങൾ ഇന്ന് ഏതാണ്ട് 8:30 വരെ ഞങ്ങൾക്ക് പാക്ഡ് ആണ് പ്രോഗ്രാംസ്. പല രീതിയിലുള്ള എക്സ്പേർട്സ്, ടാക്സിൻ്റെ കാര്യത്തിലായാലും ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കാര്യത്തിലായാലും ഇൻകം ടാക്സിൻ്റെ കാര്യത്തിലായാലും പേഴ്സണൽ ഫിനാൻസിൻ്റെ കാര്യത്തിലായാലും ഈവൻ എന്താ ഒരു ടെക്നിക്കൽ സെറ്റപ്പ് മാർക്കറ്റിൻ്റെ പോസ്റ്റ് ബഡ്ജറ്റായിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ഷോ തന്നെ മിസ്റ്റർ ആനന്ദിൻ്റെ കൂടെ മിസ്റ്റർ പ്രദീപ് ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടാതെ പല എമിനൻ്റ് ആയിട്ടുള്ള ഗസ്റ്റുകളും വരുന്നുണ്ട്. എങ്ങനെയാണ് ടെക്നിക്കലി നമുക്കൊരു മാർക്കറ്റിനെ ടെക്നിക്കലി കാണേണ്ടത്, ഏതൊക്കെ സെക്ടർ, മെയിൻ ലൈൻ ഇൻഡിസസ്, ഓരോ സ്റ്റോക്കുകൾ എന്നൊക്കെയുള്ള വിശകലനം വീണ്ടും വരുന്നതാണ്. തീർച്ചയായിട്ടും ആയിട്ടില്ല, ഇതുവരെ ബഡ്ജറ്റ് തുടങ്ങിയിട്ടില്ല. ഏതാണ്ട് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഷാർപ്പ് 11 തന്നെ ബഡ്ജറ്റ് തുടങ്ങുമെന്നാണ് പറയുന്നത്. അതിന് ഇനിയിപ്പോൾ പ്രൈം മിനിസ്റ്റർ വരേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഫിനാൻസ് മിനിസ്റ്റർ ഓൾറെഡി ഷീ ഈസ് സീറ്റഡ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ വന്നു കഴിഞ്ഞാൽ ലോക്സഭാ സ്പീക്കർ വരുന്നതായിരിക്കും. ശ്രീ ഓം ബിർളയെ കാത്താണ് പാർലമെന്റ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞാൽ കറക്റ്റ് 11:01 തന്നെ ബഡ്ജറ്റ് തുടങ്ങുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്രത്തോളം നിർമ്മല സീതാരാമൻ്റെ സ്പീച്ച് പോകുന്നു നമുക്ക് ഒരിക്കലും അറിയത്തില്ല. എങ്കിലും ഏറ്റവും ലോങ്സ്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ നല്ലൊരു ലോങ് സ്പീച്ച് തന്ന ഒരു ഹിസ്റ്ററിയും ചരിത്രവും നിർമ്മല സീതാരാമൻ മേഡത്തിനുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം,
വെയിറ്റ് ചെയ്യാം ആകാംക്ഷയോടെ എന്താണ് ബഡ്ജറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും, മറക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. ഇത്തവണത്തെ ബഡ്ജറ്റ് ഡേയിൽ മൈഫിൻ TV പുതിയ ചരിത്രം കുറിക്കുകയാണ്. നൂറുകണക്കിന് ചാനലുകൾ ബഡ്ജറ്റ് തത്സമയ സംപ്രേഷണം മാത്രം ചെയ്യുമ്പോൾ അതിൽ നിന്നും വേറിട്ടൊരാശയവുമായി മൈഫിൻ TV പ്രേക്ഷകർക്കിടയിലേക്ക് എത്തുന്നു. ബഡ്ജറ്റ് ഡേയിൽ ബഡ്ജറ്റ് തത്സമയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളെ കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്ത് ടീം മൈഫിൻ ലൈവായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതിനായി അണിനിരക്കുന്നത് മൈഫിനിലെ പരിചയസമ്പന്നരായ പ്രഗത്ഭരാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് രംഗത്ത് 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള പ്രദീപ് ചന്ദ്രശേഖർ, ബിസിനസ് ജേർണലിസത്തിൽ 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മൈഫിൻ TV ബിസിനസ് എഡിറ്റർ ജെയിംസ് പോൾ, ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെ ഫണ്ട് മാനേജ്മെന്റിൽ 20 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള സൂരജ് എസ് നായർ. ഇവർക്കൊപ്പം ബിസിനസ് ലൈവ് ഡെസ്കുകളിലെ എക്സ്പേർട്സ് ടീമിനൊപ്പം ഞങ്ങളുടെ 80-ലധികം എംപ്ലോയീസ് കൂടി ഒരുമിക്കുമ്പോൾ കൃത്യമായ വിലയിരുത്തലുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ലൈവ് രാത്രി 8 മണി വരെ നീളുന്നു. The D-Day correct perfect time ആയിരിക്കുന്നു. It is 11 o'clock. The parliament is ready. The Prime Minister is ready. The Speaker is ready. The Finance Minister Nirmala Sitharaman ji is ready. And ഇനി ഏത് നിമിഷം വേണമെങ്കിലും ബഡ്ജറ്റ് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അങ്ങോട്ടേക്ക് ലൈവ് പോവാം. എന്താണ് ബഡ്ജറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, എന്താണ് ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി, നമ്മുടെ നേഷന്റെ ഗ്രോത്തിന് വേണ്ടി ഈ വക ചലഞ്ചസിന് ഇടയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള മേക്ക് ഇൻ ഇന്ത്യ രീതിയിൽ എന്തെങ്കിലും അവതരിപ്പിക്കോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും, എത്ര എമൗണ്ട് ആയിരിക്കാം, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന് എത്രത്തോളം, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന് എന്തൊക്കെയാണ്, ഇൻകം ടാക്സിൽ കുറവ് വരുമോ എന്നിങ്ങനെ നമുക്ക് കാത്തിരിക്കാം. ഓവർ ടു നിർമ്മല സീതാരാമൻ മാഡം. താങ്ക് യു. राज्यपाल अभिभाषण पर चर्चा होगी. 9 तरीका. Honorable Speaker, I present the budget for 25-26. This budget continues our government's efforts to A. Accelerate growth, B. Secure inclusive development, C. Invigorate private sector investments, D. Uplift household sentiments, and E. Enhance spending power of India's rising middle class. Together, we embark on a journey to unlock our nation's tremendous potential for greater prosperity and global positioning under the leadership of Honorable Prime Minister Shri Narendra Modi. As we complete the first quarter of the 21st century, continuing geopolitical headwinds suggest lower global economic growth over the medium term. However, our aspiration for a Vikasit Bharat inspires us, and the transformative work we have done during our government's first 2 terms guides us to march forward resolutely. Our economy is the fastest growing among all major economies. Our development track record for the past 10 years and structural reforms have drawn global attention. Confidence in India's capability and potential has only grown in this period. We see the next 5 years as a unique opportunity to realize Sabka Vikas, stimulating balanced growth of all regions. The great Telugu poet and playwright Gurujada Apparao had said, "Deshamante matti kadoy, deshamante manushuloy," meaning a country is not just its soil, a country is its people. In line with this, for us, Vikasit Bharat encompasses zero poverty,
100% quality good school education, access to high quality, affordable and comprehensive health care, 100% skilled labor with meaningful employment, 70% women in economic activities, and farmers making our country the food basket of the world. In this budget, the proposed development measures span 10 broad areas focusing on Garib, youth, Annadata and Nari, spurring agricultural growth and productivity, building rural prosperity and resilience, taking everyone together on an inclusive growth path, boosting manufacturing and furthering Make in India, supporting MSMEs, enabling employment-led development, investing in people, economy and innovation, securing energy supplies, promoting exports and nurturing innovation. For this journey of development, our four powerful engines are agriculture, MSME, investments and exports. The fuel, our reforms, our guiding spirit, inclusivity, and the destination, Vikasit Bharat. This budget aims to initiate transformative reforms across 6 domains. During the first 5 years, these will augment our growth potential and global competitiveness. The domains are taxation, power sector, urban development, mining, financial sector, and regulatory reforms. Agriculture as the first engine. Now I move to specific proposals, beginning with agriculture as the first engine. Prime Minister Dhan Dhanya Krishi Yojana, developing Agri Districts program. Motivated by the success of the aspirational district program, our government will undertake a Prime Minister Dhan Dhanya Krishi Yojana in partnership with states. Through the convergence of existing schemes and specialized measures, the program will cover 100 districts with low productivity, moderate crop intensity, and below average credit parameters. It aims to 1. Enhance agricultural productivity, 2. Adopt crop diversification and sustainable agricultural practices, 3. Augment post-harvest storage at the panchayat and block level, 4. Improve irrigation facilities, and 5. Facilitate availability of long-term and short-term credit. This program is likely to help 1.7 crore farmers. Building rural prosperity and resilience. A comprehensive multi-sectoral rural prosperity and resilience program will be launched in partnership with the states. This will address underemployment in agriculture through skilling, investment, technology, and invigorating the rural economy. The goal is to generate ample opportunities in rural areas so that migration is an option but not a necessity. The program will focus on rural women, young farmers, rural youth, marginal and small farmers, and landless families. The details are in Annexure A. Domestic best practices will be incorporated, and appropriate technical and financial assistance will be sought from multilateral development banks. In phase 1, 100 developing agri districts will be covered. Atmanirbharta in pulses. Our government is implementing the National Mission for Edible Oil Seed for achieving Atmanirbharta in edible oils. Our farmers have the capability to grow enough for our needs and more. 10 years ago, we made concerted efforts and succeeded in achieving near self-sufficiency in pulses. Farmers responded to the need by increasing the cultivated area by 50%, and government arranged for procurement and remunerative prices. Since then, with rising incomes and better affordability, our consumption of pulses has increased significantly.
our government will now launch a 6-year mission for Atmanirbharta in pulses with a special focus on Tuar, Urad and Masoor. Details are in Annexure B. Central agencies such as NAFED and NCCF will be ready to procure these 3 pulses as much as offered during the next 4 years from farmers who register with these agencies and enter into agreements. Comprehensive program for vegetables and fruits. It is encouraging that our people are increasingly becoming aware of their nutritional needs. It is a sign of a society becoming healthier. With rising income levels, the consumption of vegetables, fruits, and Sri Anna is increasing significantly. A comprehensive program to promote production, efficient supplies, processing, and remunerative prices for farmers will be launched in partnership with the states. Appropriate institutional mechanisms for implementation and participation of farmer producer organizations and cooperatives will be set up. Makhana Board in Bihar. For this, there is a special opportunity for the people of Bihar. A Makhana Board will be established in the state to improve production, processing, value addition, and marketing of makhana. The people engaged in these activities will be organized into FPOs. The board will provide hand-holding and training support to makhana farmers and will also work to ensure they receive the benefits of all relevant government schemes. A national mission on high-yielding seeds will be launched, aimed at 1. Strengthening research ecosystem, 2. Targeted development and propagation of seeds with high yield, pest resistance, and climate resilience, and 3. Commercial availability of more than 100 seed varieties released since July 2024. India ranks 2nd largest globally in fish production and aquaculture. Seafood exports are valued at 60,000 crore rupees. To unlock the untapped potential of the marine sector, our government will bring in an enabling framework for sustainable harnessing of fisheries from Indian Exclusive Economic Zone and high seas, with a special focus on the Andaman and Nicobar and Lakshadweep Islands. For the benefit of lakhs of cotton growing farmers, I am pleased to announce a mission for cotton productivity. This 5-year mission will facilitate significant improvements in productivity and sustainability of cotton farming and promote extra long staple cotton varieties. The best of science and technology support will be provided to farmers. Aligned with our integrated 5F vision for the textile sector, this will help in increasing incomes of the farmers and ensure a steady supply of quality cotton for rejuvenating India's traditional textile sector. Kisan credit cards facilitate short-term loans for 7.7 crore farmers, fishermen, and dairy farmers. The loan limit under modified interest subvention scheme will be enhanced from 3 lakh rupees to 5 lakh rupees for loans taken through the KCC. For Atmanirbharta in urea production, our government had reopened 3 dormant urea plants in the eastern region. To further augment urea supply, a plant with annual capacity of 12.7 lakh metric tons will be set up at Namrup in Assam. India Post, with 1.5 lakh rural post offices, complemented by the India Post Payment Bank and a vast network of 2.4 lakh Dak Sevaks,
will be repositioned to act as a catalyst for the rural economy. Details are at Annexure C. India Post will also be transformed as a large public logistics organization. This will meet the rising needs of Vishwakarmas, new entrepreneurs, women, self-help groups, MSMEs, and the large business organizations. Our government will provide support to NCDC for its lending operations for the cooperative sector. MSMEs as the second engine. Now I move to MSMEs as the second engine, which encompasses manufacturing and services with a focus on MSMEs numbering 5.7 crores. Currently, over 1 crore registered MSMEs, employing 7.5 crore people and generating 36% of our manufacturing, have come together to position India as a global manufacturing hub. With their quality products, these MSMEs are responsible for 45% of our exports. To help them achieve higher efficiencies of scale, technological upgradation, and better access to capital, the investment and turnover limits for classification of all MSMEs will be enhanced to 2.5 and 2 times respectively. This will give them the confidence to grow and generate employment for our youth. The details are given in Annexure D. To improve access to credit, the credit guarantee cover will be enhanced. First, for micro and small enterprises from 5 crore to 10 crore rupees, leading to additional credit of 1.5 lakh crores in the next 5 years. Second, for startups from 10 crore rupees to 20 crore rupees, with the guarantee fee being moderated to 1% for loans in 27 focus sectors which are important for Atmanirbhar Bharat. And for well-run exporter MSMEs, for term loans up to 20 crore rupees. Also for the micro enterprises, we will introduce customized credit cards with a 5 lakh rupee limit for micro enterprises registered on Udyam portal. In the first year, 10 lakh such cards will be issued. Fund of funds for startups. The Alternate Investment Fund, AIFs, for startups have received commitments of more than 91,000 crores rupees. These are supported by the Fund of Funds set up with the Government of India's contribution of 10,000 crore rupees. Now, a new fund of funds with expanded scope and a fresh contribution of another 10,000 crore rupees will be set up. A new scheme will be launched for 5 lakh women, scheduled castes and scheduled tribes, first-time entrepreneurs. This will provide term loans up to 2 crore rupees during the next 5 years. The scheme will incorporate lessons from the successful Stand Up India scheme. Online capacity building for entrepreneurship and managerial skills will also be organized. Measures for labor-intensive sectors. To promote employment and entrepreneurship opportunities in labor-intensive sectors, our government will undertake specific policy and facilitation measures. To enhance the productivity, quality, and competitiveness of India's footwear and leather sector, a focus product scheme will be implemented. The scheme will support design capacity, component manufacturing, and machinery required for production of non-leather quality footwear, besides the support for leather footwear and products. The scheme is expected to facilitate employment for 22 lakh persons, generate over 4 lakh crore rupees
and exports of over 1.1 lakh crore rupees. Measures for the toys sector. Building on the National Action Plan for Toys, we will implement a scheme to make India a global hub for toys. The scheme will focus on development of clusters, skills, and a manufacturing ecosystem that will create high quality, unique, innovative, and sustainable toys that will represent the Made in India brand. Support for food processing. In line with our commitment towards Purvodaya, we will establish a National Institute of Food Technology, Entrepreneurship, and Management in Bihar. The institute will provide a strong fillip to food processing activities in the entire eastern region. This will result in 1. Enhanced income for the farmers through value addition to their produce, and 2. Skilling entrepreneurship and employment opportunities for the youth. Manufacturing mission, furthering Make in India. Our government will set up a national manufacturing mission covering small, medium, and large industries for furthering Make in India by providing policy support, execution roadmaps, governance, and monitoring framework for central ministries and states. Details are in Annexure E. Given our commitment to climate-friendly development, the mission will also support clean tech manufacturing. This will aim to improve domestic value addition and build our ecosystem for solar PV cells, EV batteries, motors and controllers, electrolyzers, wind turbines, very high voltage transmission equipment, and grid scale batteries. Investment as the third engine. Now I move to investment as the third engine, which encompasses investing in people, investing in the economy, and investing in innovation. Investing in people. Saksham Anganwadi and Poshan 2.0. Saksham Anganwadi and Poshan 2.0 program provides nutritional support to more than 8 crore children. 1 crore pregnant women and lactating mothers all over the country, and about 20 lakh adolescent girls in aspirational districts and the Northeast region. The cost norms for these nutritional support will be enhanced appropriately. Atal Tinkering Labs. 50,000 Atal Tinkering Labs will be set up in government schools in the next 5 years to cultivate the spirit of curiosity and innovation and foster a scientific temper among young minds. Broadband connectivity to government secondary schools and PHCs. Broadband connectivity will be provided to all government secondary schools and primary health centers in rural areas under the BharatNet project. Bharatiya Bhasha Pustak Scheme. We propose to implement a Bharatiya Bhasha Pustak scheme to provide digital form Indian language books for schools and for higher education. This aims to help students understand their subjects better and in their language. National Centers of Excellence for Skilling. Building on the initiative announced in the July 24 budget, 5 national centers of excellence for skilling will be set up with global expertise and partnerships to equip our youth with the skills required for Make for India, Make for the World manufacturing. The partnership will cover curriculum design, training of trainers, and a skills certification framework and periodic reviews. Expansion of capacity in IITs. Total number of students in 23 IITs has increased 100% from 65,000 to 1.35 lakh in the past 10 years.
additional infrastructure will be created in the 5 IITs started after 2014 to facilitate education for 6,500 more students. Hostel and other infrastructure capacity at IIT Patna will also be expanded. Center of Excellence. Center of Excellence in AI for Education. I had announced 3 centers of excellence in artificial intelligence for agriculture, health, and sustainable cities in 2023. Now a center of excellence in artificial intelligence for education will be set up with a total outlay of 500 crores. Expansion of medical education. Our government has added almost 1.1 lakh undergraduate and postgraduate medical education seats in 10 years, an increase of 130%. In the next year, 10,000 additional seats will be added in medical colleges and hospitals towards the goal of adding 75,000 seats in the next 5 years. Daycare cancer centers in all district hospitals. Our government will facilitate setting up of daycare cancer centers in all district hospitals in the next 3 years. 200 centers will be established in 25-26 itself. Strengthening urban livelihoods. Our government has been giving priority to assisting urban poor and vulnerable groups. A scheme for socio-economic upliftment of urban workers will be implemented to help them improve their incomes, have sustainable livelihoods, and a better quality of life. PM Swanidhi scheme has benefited more than 68 lakh street vendors, giving them respite from high-interest informal sector loans. Building on this success, the scheme will be revamped with enhanced loans from banks, UPI-linked credit cards with 30,000 rupees limit, and capacity building support. Social Security scheme for welfare of online platform workers. Gig workers of online platforms provide great dynamism to the new age services economy. Recognizing their contribution, our government will arrange for their identity cards and registration on the e-Shram portal. They will be provided healthcare under PM Jan Arogya Yojana. This measure is likely to assist nearly 1 crore gig workers. Investing in the economy. Public-private partnership in infrastructure. Each infrastructure-related ministry will come up with a 3-year pipeline of projects that can be implemented in PPP mode. States will also be encouraged to do so and can seek support from the India Infrastructure Project Development Fund, which is a scheme to prepare PPP proposals. Support to states for infrastructure. An outlay of 1.5 lakh crore is proposed for the 50-year interest-free loans to states for capital expenditure and incentives for reforms. Building on the success of the first asset monetization plan announced in 2021, the second plan for 2025 to 30 will be launched to plow back capital of 10 lakh crore in new projects. Regulatory and fiscal measures will be fine-tuned to support the plan. Jal Jeevan Mission. Since 2019, 15 crore households representing 80% of India's rural population have been provided access to portable tap water connections. To achieve 100% coverage, I am pleased to announce
the extension of this mission until 2028 with an enhanced total outlay. The mission's focus will be on the quality of infrastructure and O&M of rural piped water supply schemes through Jan Bhagidari. A separate MOU or separate MOUs will be signed with the states and union territories to ensure sustainability and citizen-centric water services delivery. Urban sector reforms. Building on the July budget proposals, urban sector reforms related to governance, municipal services, urban land and planning will be incentivized. Urban Challenge Fund. The government will set up an urban challenge fund of 1 lakh crore rupees to implement the proposals for cities as growth hubs, creative redevelopment of cities, and for water and sanitation purposes announced in the July budget. This fund will finance up to 25% of the cost of bankable projects with a stipulation that at least 50% of the cost is funded from bonds, bank loans and PPPs. An allocation of 10,000 crore is proposed in 2025-26. Power sector reforms. We will incentivize electricity distribution reforms and augmentation of intra-state transmission capacity by states. This will improve financial health and capacity of electricity companies. Additional borrowing of 0.5% of GSDP will be allowed to states contingent on these reforms. Nuclear energy mission for Vikasit Bharat. Development of at least 100 gigawatt of nuclear energy by 2047 is essential for our energy transition efforts. For an active partnership with the private sector towards this goal, amendments to the Atomic Energy Act and the Civil Liability for Nuclear Damage Act will be taken up. A nuclear energy mission for research and development of small modular reactors with an outlay of 20,000 crore will be set up. At least 5 indigenously developed small modular reactors will be operationalized by 2033. Shipbuilding. The shipbuilding financial assistance policy will be revamped to address cost disadvantages. This will also include credit notes for shipbreaking in Indian yards to promote the circular economy. Large ships above a specified size will be included in the infrastructure harmonized master list. Shipbuilding clusters will be facilitated to increase the range, categories and capacity of ships. This will include additional infrastructure, facilities, skilling and technology to develop the entire ecosystem. Maritime Development Fund. For long-term financing for the maritime industry, a Maritime Development Fund with a corpus of 25,000 crore rupees will be set up. This will be for distributed support and promoting competition. This will have up to 49% contribution by the government and the balance will be mobilized from ports and from private sector. Udan Regional Connectivity Schemes. Udan has enabled 1.5 crore middle-class people to meet their aspirations for speedier travel. The scheme has connected 88 airports, and operationalized 619 routes. Inspired by that success, a modified Udan scheme will be launched to enhance regional connectivity to 120 new destinations and carry 4 crore passengers in the next 10 years.
4 crore additional passengers in the next 10 years. The scheme will also support helipads and smaller airports in hilly, aspirational and northeast regional districts. Greenfield airports will be facilitated in Bihar to meet the future needs of the state. These will be These will be in addition to the expansion of the capacity of Patna Airport and a brownfield airport in Beta. Western Kosi Canal project in Mithilanchal. Financial support will be provided for the Western Kosi Canal ERM project, benefiting a large number of farmers cultivating over 50,000 hectares of land in the Mithilanchal region of Bihar. Mining sector reforms, including those for minor minerals, will be encouraged through sharing of best practices and institutions of a state mining index. A policy for recovery of critical minerals from tailings will be brought out. Under the special window for affordable and mid-income housing, SWAMI, 50,000 dwelling units in stressed housing projects have been completed and keys handed over to home buyers. Another 40,000 units will be completed in 2025, further helping middle-class families who were paying EMIs on loans taken for apartments while also paying rent for their current dwellings. Building on this success, Swami Fund 2 will be established as a blended finance facility with contribution from the government, banks and private investors. This fund of 15,000 crore rupees will aim for expeditious completion of another 1 lakh units. PM Gati Shakti data for private sector. For furthering PPPs and assisting the private sector in project planning, access to relevant data and maps from the PM Gati Shakti portal will be provided. Tourism for employment-led growth. Top 50 tourist destination sites in the country will be developed in partnership with states through a challenge mode. Land for building key infrastructure will have to be provided by the states. Hotels in these destinations will be included in the infrastructure harmonized list. The following measures will be taken for facilitating employment-led growth. Organizing intensive skill development programs for our youth, including in institutes of hospitality management. Providing mudra loans for homestays. Improving ease of travel and connectivity to tourist destinations. Providing performance-linked incentives to states for effective destination management, including tourist amenities, cleanliness, and marketing efforts. And introducing streamlined e-visa facilities along with visa fee waivers for certain tourist groups. Continuing with the emphasis on places of spiritual and religious significance in the July budget, there will be a special focus on destinations related to the life and times of Lord Buddha. Medical tourism and heal in India. Medical tourism and heal in India will be promoted in partnership with the private sector along with capacity building and easier visa norms. Investing in innovation. To implement private sector driven research, development and innovation initiatives announced in the July budget, I am now allocating 20,000 crore rupees for this purpose.
A deep tech fund of funds will also be explored to catalyze the next generation startups as a part of this initiative. In the next 5 years, under the PM Research Fellowship Scheme, we will provide 10,000 fellowships for technological research in IITs and IISc with enhanced financial support. The second gene bank with 10 lakh germplasm lines will be set up for future food and nutritional security. This will provide conservation support to both public and private sectors for genetic resources. We will start a national geospatial mission to develop foundational geospatial infrastructure and data. Using PM Gati Shakti, this mission will facilitate modernization of land records, urban planning, and design of infrastructure projects. A Gyan Bharatam mission for survey, documentation, and conservation of our manuscript heritage with academic institutions, museums, libraries, and private collectors will be undertaken to cover more than 1 crore manuscripts. We will set up a national digital repository of Indian knowledge systems for knowledge sharing. Now I move to exports as the fourth engine. We will set up an export promotion mission with sectoral and ministerial targets driven jointly by the Ministries of Commerce, MSME, and Finance. It will facilitate easy access to export credit, cross-border factoring support, support to MSMEs to tackle non-tariff measures in overseas markets. A digital public infrastructure, Bharat Trade Net, for international trade will be set up as a unified platform for trade documentation and financing solutions. This will complement the Unified Logistics Interface platform. The BTN will be aligned with international practices. Support will be provided to develop domestic manufacturing capacities for our economy's integration with global supply chains. Sectors will be identified based on objective criteria. Facilitation groups with participation of senior officers and industry representatives will be formed for select products and supply chains. Through this, there are huge opportunities related to Industry 4.0, which needs high skills and talent. Our youth have both. Our government will support the domestic electronic equipment industry to leverage this opportunity for the benefit of our youth. A national framework will be formulated as guidance to states for promoting global capability centers in emerging Tier 2 cities. This will suggest measures for enhancing availability of talent and infrastructure, building bylaw reforms, and mechanisms for collaboration with industry. Our government will facilitate upgradation of infrastructure and warehousing for air cargo, including high-value perishable horticultural produce. Cargo screening and customs protocol will be streamlined and made user-friendly. Reforms as the fuel. Over the past 10 years, our government has implemented several reforms for convenience of taxpayers, such as faceless assessment, 2. Taxpayer charter, 3. Faster returns, 4. Almost 99% returns being on self-assessment, and 5. Vivad Se Vishwas scheme. Continuing these efforts, I reaffirm the commitment of the Tax Department to trust first, scrutinize later. I also propose to introduce the new income tax bill next week.
I will detail the indirect tax reforms and changes in direct taxes in Part B. Financial sector reforms. The FDI limit for the insurance sector will be raised from 74 to 100%. This enhanced limit will be available for those companies which invest the entire premium in India. The current guardrails and conditionalities associated with foreign investment will be reviewed and simplified. The services of India Post Payment Bank will be deepened and expanded in rural areas. NABFID will set up a partial credit enhancement facility for corporate bonds for infrastructure. Public sector banks will develop Grameen Credit Score Framework to serve the credit needs of SHG members and people in rural areas. A forum for regulatory coordination and development of pension products will be set up. To implement the earlier announcement on simplifying the KYC processes, the revamped Central KYC Registry will be rolled out in 2025. We will also implement a streamlined system for periodic updating. Requirements and procedures for speedy approval of company mergers will be rationalized. The scope for fast-track mergers will also be widened and the process made simpler. As proposed in the interim budget, we signed bilateral investment treaties with 2 countries in 2024 to encourage sustained foreign investment, and in the spirit of First Develop India, the current model BIT will be revamped and made more investor-friendly. In the last 10 years, in several aspects, including financial and non-financial, our government has demonstrated a steadfast commitment to ease of doing business. We are determined to ensure that our regulations must keep up with technological innovations and global policy developments. A light-touch regulatory framework based on principles and trust will unleash productivity and employment. Through this framework, we will update regulations that were made under old laws. To develop this modern, flexible, people-friendly, and trust-based regulatory framework appropriate for the 21st century, I propose 4 specific measures. A high-level committee for regulatory reforms will be set up for a review of all non-financial sector regulations, certifications, licenses, and permissions. The committee will be expected to make recommendations within a year. The objective is to strengthen trust-based economic governance and take transformational measures to enhance ease of doing business, especially in matters of inspection and compliances. States will be encouraged to join in this endeavor. An investment friendliness index of states will be launched in 2025 to further the spirit of competitive, cooperative federalism. Under the Financial Stability and Development Council, a mechanism will be set up to evaluate impact of the current financial regulations and subsidiary instructions. It will also formulate a framework to enhance their responsiveness and development of the financial sector. In the Jan Vishwas Act 2023, more than 180 legal provisions were decriminalized. Our government will now bring up the Jan Vishwas Bill 2.0 to decriminalize more than 100 provisions in various laws. I now move to fiscal policy. In the July budget, I had committed to staying the course for fiscal consolidation. Our endeavor will be to keep the fiscal deficit each year such that central government debt remains on a declining path as a percentage of the GDP. The roadmap for the next 6 years has been detailed
in the FRBM statement. Revised estimates for 2024-25. The revised estimate of the total receipts other than borrowings is 31.47 lakh crore rupees, of which the net tax receipts are 25.57 lakh crore rupees. The revised estimate of the total expenditure is 47.16 lakh crore rupees, of which the capital expenditure is about 10.18 lakh crore rupees. The revised estimate of the fiscal deficit is 4.8% of the GDP. Budget estimates for 25-26. Coming to 25-26, the total receipts other than borrowings and total expenditure are estimated at 34.96 lakh crore rupees and 50.65 lakh crore rupees respectively. The net tax receipts are estimated at 28.37 lakh crore rupees. The fiscal deficit is estimated to be 4.4% of GDP. To finance the fiscal deficit, the net market borrowings from dated securities are estimated at 11.54 lakh crore. The balance financing is expected to come from small savings and other sources. The gross market borrowings are estimated at 14.82 lakh crore rupees. I will now move to Part B. Indirect taxes. My proposals relating to customs aim to rationalize tariff structure and address duty inversion. These will also support domestic manufacturing and value addition, promote exports, facilitate trade, and provide relief to common people. Rationalization of customs tariff structure for industrial goods. As a part of comprehensive review of customs rate structure announced in July 2024 budget, I propose to 1. Remove 7 tariff rates. This is over and above the 7 tariff rates removed in 23-24 budget. After this, there will be only 8 remaining tariff rates, including 0 rate. 2. Apply appropriate cess to broadly maintain effective duty incidence, except on a few items where such incidence will reduce marginally. 3. Levy not more than 1 cess or surcharge. Therefore, I propose to exempt social welfare surcharge on 82 tariff lines that are subject to a cess. I shall now take up sector-specific proposals. To provide relief to patients, particularly those suffering from cancer, rare diseases, and other severe chronic diseases, I propose to add 36 life-saving drugs and medicines to the list of medicines fully exempted from basic custom duty. I also propose to add 6 life-saving medicines to the list attracting concessional custom duty of 5%. Full exemption and concessional duty will also respectively apply on the bulk drugs for manufacture of the above. Specified drugs and medicines under patient assistance programs run by the pharmaceutical companies are fully exempt from BCD, provided the medicines are supplied free of cost to the patients. I propose to add 37 more medicines along with 13 new patient assistance programs. Support to domestic manufacturing and value addition. Critical minerals. In the July 2024 budget, I had fully exempted BCD on 25 critical minerals that are not domestically available. I had also reduced BCD of 2 other such minerals to provide a major fillip to their processing, especially by MSMEs. Now, I propose to fully exempt cobalt powder and waste,
the scrap of lithium-ion battery, lead, zinc, and 12 more critical minerals. This will help secure the availability for manufacturing in India and promote more jobs for our youth. To promote domestic production of technical textile products such as agro-textiles, medical textiles, and geotextiles at competitive prices, I propose to add 2 more types of shuttle-less looms to the list of fully exempted textile machinery. I also propose to revise the BCD rate on knitted fabrics covered by 9 tariff lines from 10 or 20 to 20% or 115 rupees per kg, whichever is higher. Electronic goods. In line with our Make in India policy and to rectify inverted duty structure, I propose to increase the BCD on interactive flat panel display from 10% to 20% and reduce the BCD to 5% on open cell and other components. In 23-24 budget, for the manufacture of open cells of LCD, LED TVs, I had reduced the BCD on parts of open cells from 5% to 2.5%. To further boost the manufacture of such open cells, the BCD on these parts will now stand exempted. Lithium-ion battery. To the list of exempted capital goods, I propose to add 35 additional capital goods for EV battery manufacturing and 28 additional capital goods for mobile phone battery manufacturing. This will boost domestic manufacture of lithium-ion batteries, both for mobile phones and for electric vehicles. Shipping sector. Considering that shipbuilding has a long gestation period, I propose to continue the exemption of BCD on raw materials, components, consumables, or parts for the manufacture of ships for another 10 years. I also propose the same dispensation for shipbreaking to make it more competitive. Telecommunication. To prevent classification disputes, I propose to reduce the BCD from 20% to 10% on carrier-grade Ethernet switches to make it at par with non-carrier-grade Ethernet switches. Export promotion. To facilitate exports of handicrafts, I propose to extend the time period for export from 6 months to 1 year, further extendable by another 3 months if required. I also propose to add 9 items to the list of duty-free inputs. Leather sector. I propose to fully exempt BCD on wet blue leather to facilitate imports for domestic value addition and employment. I also propose to exempt crust leather from 20% export duty to facilitate exports by small tanners. Marine products. To enhance India's competitiveness in the global seafood market, I propose to reduce BCD from 30% to 5% on frozen fish paste, surimi, for manufacture and export of its analog products. I also propose to reduce BCD from 15% to 5% on fish hydrolysates for manufacture of fish and shrimp feed. In July 2024 budget, to promote development of domestic MROs for aircraft and ships, I had extended the time limit for export of foreign origin goods that were imported for repairs from 6 months to 1 year and further extendable by 1 year. I now propose to extend the same dispensation for railway goods. Time limit for provisional assessment. Presently, the Customs Act 1962 does not provide any time limit to finalize provisional assessments, leading to uncertainty and cost to trade. As a measure of promoting ease of doing business, I propose to fix a time limit of 2 years, extendable by a year,
for finalizing the provisional assessment. I propose to introduce a new provision that will enable importers or exporters, after clearance of goods, to voluntarily declare material facts and pay duty with interest but without penalty. This will incentivize voluntary compliance. However, this will not apply in cases where department has already initiated audit or investigation proceedings. For industry to better plan their imports, I propose to extend the time limit for the end use of imported inputs in the relevant rules from 6 months to 1 year. This will provide operational flexibility in view of cost and uncertainty of supply. Further, such importers will now have to file only quarterly statements instead of a monthly statement. I now come to my direct tax proposals. In Part A, I have briefly underlined taxation reforms as one of key reforms to realize our vision of Vikasit Bharat. In respect of criminal law, our government had earlier ushered in Bharatiya Nyaya Sanhita, replacing Bharatiya Danda Sanhita. I am happy to inform this august House and the country that for new income tax bill will carry forward
ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് അറിയാമോ? പോട്ടെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്പൈസസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം പറയാമോ? ഇത് രണ്ടും അറിയില്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പയർവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കൺട്രി ഏതാണെന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചോദ്യം 3 ഉണ്ടെങ്കിലും ഇതിനെല്ലാം ഉത്തരം ഒന്നേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ഇന്ത്യ. അങ്ങനെ അഗ്രികൾച്ചറിൽ ലോകം അറിയപ്പെടുന്ന ഇന്ത്യക്ക് ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷ വെക്കാമോ? അഗ്രികൾച്ചർ സെക്ടറിൽ കർഷകർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമോ? ഏത് നല്ല കാര്യം ചെയ്യും മുമ്പും അല്പം മധുരം കഴിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു പാരമ്പര്യമാണ്. ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റിലും നമുക്ക് ഈ പാരമ്പര്യം കാണാം. അതായത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് 10 ദിവസം മുമ്പ് ധനമന്ത്രാലയത്തിൽ ഒരു ഹൽവ കട്ടിംഗ് സെറിമണി നടത്താറുണ്ട്. ബഡ്ജറ്റിന്റെ പ്രിന്റിംഗ് തയ്യാറാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ അണിനിരത്തി ധനമന്ത്രി അവർക്കെല്ലാവർക്കും ഈ ഹൽവയുടെ മധുരം വിളമ്പി അതൊരു ആഘോഷമാണ്. മൈഫിൻ ടിവിയും അതിവിടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഓഫീസിനുള്ളിൽ മാത്രമല്ല ഈ സെലിബ്രേഷൻ, വിശദമായ ബഡ്ജറ്റ് അവലോകനം മൈഫിൻ ടിവിയിലൂടെ നിങ്ങൾക്ക് കാണാം. 11 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ബഡ്ജറ്റ് ചർച്ചകൾ ഇതിനകം മൈഫിൻ ടിവിയിൽ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. 2ാം ദിവസം ഈ ബഡ്ജറ്റിൽ ഡിഫൻസ്, കമ്മ്യൂണിക്കേഷൻസ്, സ്പേസ് ആൻഡ് എയ്റോസ്പേസ് സെക്ടറുകൾ എങ്ങനെയാകും പരിഗണിക്കുകയെന്ന് വിദഗ്ധർ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ എന്ത് സാധനം വാങ്ങാൻ ചെന്നാലും ഷോപ്പുടമ അതിന് ഫൈനൽ റേറ്റ് പറയുമ്പോൾ നമ്മൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഈ റേറ്റ് ഇൻക്ലൂഡിംഗ് GST അല്ലേ? യെസ്, ഈ ചോദ്യം ജനകീയമായിട്ട് ഈ വർഷം ഏപ്രിൽ ആകുമ്പോൾ 8 വർഷങ്ങളാകുന്നു. രാജ്യത്ത് GST ഇംപ്ലിമെന്റ് ചെയ്തത് 2017 ഏപ്രിൽ 1 മുതലാണ്. അന്നത്തെ ധനകാര്യ മന്ത്രിയായ അരുൺ ജെയ്റ്റ്ലിയാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നടപ്പിലാക്കിയത്. We are in the process of making history with the launch of the goods and services tax. എന്നാൽ ഈ ആശയം ആദ്യമായി കൊണ്ടുവന്നത് ആരാണെന്ന് അറിയാമോ? 2000-ൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരാണ് GST എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. പിന്നീട് 2006-ൽ ധനമന്ത്രിയായിരുന്ന പി ചിദംബരത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിലും GST കടന്നു വന്നു. Is a GST with 7 or possibly more rates. It is a mockery of GST. ഏതായാലും 2017-ലെ ബഡ്ജറ്റിലൂടെ GST നടപ്പിലാക്കിയത് ടാക്സ് സെക്ടറിൽ വലിയ ചർച്ചയായി. ഇത്തവണത്തെ ബഡ്ജറ്റിലും ടാക്സ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ? Arm's length price of international transaction for a block period of 3 years. This will be in line with global best practices. With a view to reduce litigation and provide certainty in international taxation, the scope of safe harbor rules is being expanded. A number of senior and very senior citizens have very old national savings schemes accounts. As interest is no longer payable on such accounts, I propose to exempt withdrawals made from NSS by individuals on or after 29th August 2024. I am also proposing to allow similar treatment to NPS Vatsalya accounts as is available to normal NPS accounts subject to overall limits. In my speech in July 2024, I had promised that all processes, including giving effect to appellate orders, shall be digitalized and made paperless over the next 2 years. So I'm happy to announce that digitalization is being made operational now. In July 2024, we brought in the Vivad Se Vishwas scheme to resolve income tax disputes pending in appeal. The scheme has received a great response, with nearly 33,000 taxpayers having availed of the scheme to settle their disputes. I have a few proposals to promote investment and employment. It is proposed to provide a presumptive taxation regime for non-residents who provide services to a resident company that is establishing or operating an electronics manufacturing facility. I further propose to introduce a safe harbor for tax certainty for non-residents who store components for supply to specified electronics manufacturing units. Presently, the tonnage tax scheme is available only to sea-going ships. The benefits of existing tonnage tax scheme are proposed to be extended to inland vessels registered under the Indian Vessels Act 2021 to promote
inland water transport in the country. Extension for incorporation of startups. We continue to support the Indian startup ecosystem. I propose to extend the period of incorporation by 5 years to allow the benefit available to startups which are incorporated before 1/4/2030. In order to attract and promote additional activities in the IFSC, I am inter alia proposing specific benefits to ship leasing units, insurance offices, and treasury centers of global companies which are set up in IFSC. Further, to claim benefits, the cut-off date for commencement in IFSC has also been extended by 5 years to 31/3/2030. Category 1 and Category 2 AIFs are undertaking investments in infrastructure and other such sectors. I propose to provide certainty of taxation to these entities on the gains from securities, to promote funding from sovereign wealth funds and pension funds to the infrastructure sector. I propose to extend the date of making an investment by 5 more years up to 31st March 2030. Personal income tax reforms with special focus on middle class. Democracy, demography, and demand are the key support pillars in our journey towards Vikasit Bharat. The middle class provides strength for India's growth. This government, under the leadership of Prime Minister Modi, has always believed in the admirable energy and ability of the middle class in nation building. In recognition of their contribution, we have periodically reduced their tax burden. Right after 2014, the nil tax slab was raised to 2.5 lakhs of rupees, which was further raised to 5 lakh rupees in 2019 and to 7 lakh rupees in 2023. This is reflective of our government's trust on the middle class taxpayers. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. So, average income of 1 lakh per month, other than the special rate income such as capital gains, under the new regime. This limit will be 12.75 lakh for salaried taxpayers due to the standard deduction of 75,000. Slabs and rates are being changed across the board to benefit all taxpayers. The new structure will substantially reduce the taxes of the middle class and leave more money in their hands, boosting household consumption, savings, and investment. In the new tax regime, I propose to revise tax rate structures as follows: 0 to 4 lakh rupees nil, 4.8 lakh rupees to 4 to 8 lakh rupees 5%, 8 to 12 lakh rupees 10%, 12 to 16 lakh rupees 15%, 16 to 20 lakh rupees 20%, 20 to 24 lakh rupees 25%, and above 24 lakh rupees 30%. To taxpayers up to 12 lakh of normal income, other than special rate income such as capital gains. I read that again. To taxpayers up to 12 lakh of income, other than special rate income such as capital gains, tax rebate is being provided in addition to the benefit due to slab rate reduction in such a manner
that there is no tax payable by them. The total tax benefit of slab rate changes and rebate at different income levels can be illustrated with a few examples. A taxpayer in the new regime with an income of 12 lakh rupees will get a benefit of 80,000 rupees in tax, which is 100% of tax payable as per the existing rates. A person having income of 18 lakh rupees will get a benefit of 70,000 rupees in tax, that is 30% of tax payable as per existing rates. A person with an income of 25 lakh gets a benefit of 1,10,000 rupees, that is 25% of his tax payable as per existing rates. Details of my tax proposals are given in the annexure. As a result of these proposals, Honorable Speaker, sir, revenue of about 1 lakh crore in direct taxes and 2,600 crores in indirect taxes will be foregone. Mr. Speaker, sir, with this, I commend the budget to this august House. Item number 2, Srimati Nirmala Sitharaman. Sir, with your permission, I rise to lay on the table the following statements under Section 3(1) of the Fiscal Responsibility and Budget Management Act 2003, Medium-Term Fiscal Policy cum Fiscal Policy Strategy Statement and Macroeconomic Framework Statement. Item number 3, Srimati Nirmala Sitharaman. Sir, with your permission, I rise to move for leave to introduce the Finance Bill 2025. प्रश्न ये है कि विधेयक को पुनर्स्थापित करने की अनुमति प्रदान की जाए। जो सदस्य इसके पक्ष में हाँ कहें, जो सदस्य विरोध में ना कहें। मेरे विचार में निर्णय हाँ वालों के पक्ष में हुआ, हाँ वालों के पक्ष में अनुमति प्रदान की जाती है। माननीय मंत्री जी अब विधेयक को पुनर्स्थापित करें। Sir, I introduce the bill. थैंक यू। सभा की कार्रवाई सोमवार दिनांक 3 फरवरी 2025 को प्राप्त 11 बजे तक के लिए स्थगित की जाती है। എസ് ഏതായാലും ജാസ്മിൻ എന്നപ്പോൾ ഒരു ഡ്രീം ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മിഡിൽ ക്ലാസ്സിനെ അത്രയധികം പാമ്പർ ചെയ്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള 8ാമത്തെ ബഡ്ജറ്റ് തീർത്തും മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിട്ട് നിരാശപ്പെടുത്താത്ത തരത്തിലുള്ള 12 ലക്ഷമാണ് ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കിയത്. 12 ലക്ഷം വരെ ഇനി ടാക്സ് ഇല്ല എന്നാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. യെസ്, അത് തന്നെയാണ് ഏറ്റവും ഒരു അട്രാക്റ്റിംഗ് പോയിന്റ് ആയിട്ട് നിൽക്കുന്നത്. 12 ലക്ഷം വരെ ദർ ഈസ് നോ ഇൻകം ടാക്സ് എന്നുള്ള ഒരു വലിയ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മധ്യവർഗത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് മിഡിൽ അല്ലെങ്കിൽ വലിയ ഒരു പോപ്പുലേഷനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു ബഡ്ജറ്റ് എന്ന് വേണം പറയാനായിട്ട്. ഒരുപാട് സെക്ടേഴ്സിൽ അലോക്കേഷൻ വന്നിരിക്കുന്നു. അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടിയിരിക്കുന്നത് അനില, ഈ ഒരു 3ാം മോദി സർക്കാരിന്റെ ബഡ്ജറ്റ് അവതരണം നടക്കുന്നത് മുതൽ അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപ് വരെ ഒരുപാട് സെക്ടേഴ്സിൽ വലിയ പ്രതീക്ഷകൾ നിലനിന്നിരുന്നു, പ്രത്യാശകൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ തന്നെ ഒരു ശുഭപര്യവസാനം എന്ന് പറയാം. ഓൾമോസ്റ്റ് എല്ലാ പ്രതീക്ഷകളെയും അല്ലെങ്കിൽ ഒരു പടി മുകളിൽ നിന്നുകൊണ്ട് ടാക്സ് അടക്കമുള്ള പ്രധാനപ്പെട്ട മേഖലകളിൽ ബഡ്ജറ്റിന്റെ ഒരു വകയിരുത്തൽ വന്നിരിക്കുന്നു. എസ്പെഷ്യലി ഇത്തവണത്തെ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 5 മേഖലകൾക്കാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, എംപ്ലോയ്മെന്റ്, ഹെൽത്ത്, ടാക്സേഷൻ, അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് സ്പോർട്സ് എന്നീ മേഖലകൾക്കാണ്. പ്രത്യേകിച്ച് ഈ മേഖലകളിലൊക്കെ തന്നെ സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് എന്ന് നമുക്ക് കൃത്യമായിട്ട് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങളാണ് വന്നിരിക്കുന്നത്.
അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലും കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കായിട്ട് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സംസ്ഥാനങ്ങളുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കാനുള്ള ഒരു വലിയ പ്ലാനാണ് ഈ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കാർഷികോൽപാദനം കുറഞ്ഞ മേഖലകൾക്ക് ധനസഹായം നൽകുമെന്നുള്ളതാണ് ധനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ അനില എടുത്തു പറയേണ്ടത്, എനിക്ക് തോന്നുന്നു രാജ്യത്തെ 100 ജില്ലകൾക്കാണ് ആദ്യഘട്ടത്തിൽ ഒരു സഹായം ഉണ്ടാവുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഉൽപാദനം എന്ന് പറയുന്നത് 1.7 കോടി കർഷകർക്ക് വലിയ രീതിയിലുള്ള ഒരു ഗുണം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്തിന്റെ GDPയുടെ വലിയൊരു ഭാഗം അല്ലെങ്കിൽ സിംഹഭാഗവും സംഭാവന ചെയ്യുന്ന അഗ്രികൾച്ചർ സെക്ടറിനെ കൈവിടാതെ പിടിച്ചിരിക്കുന്നു ധനമന്ത്രി. ജാസ്മിൻ, അതിനോട് ചേർത്ത് പറയേണ്ടത്, കാരണം ഇന്നലെ അവരുടെ ഒരു ഇക്കണോമിക് റിവ്യൂ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇനിയും വലുതാണ് എന്നു. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ പൊതുവേ ഒരു പല അനലിസ്റ്റുമാരുടെയൊക്കെ വിലയിരുത്തൽ പറയുമ്പോഴേക്കും ഒരു ഇക്കോണമി വളരണം എന്നുണ്ടെങ്കിൽ പൊതുവേ എല്ലാവരും മാനുഫാക്ചറിങ്ങും സർവീസ് സെക്ടറിനുമായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പക്ഷേ ഇന്നലത്തെ ഒരു റിപ്പോർട്ട്, ഇക്കണോമിക് റിവ്യൂയുടെ റിപ്പോർട്ട് പരിശോധിക്കും വളരെ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനിയും ഇന്ത്യയുടെ ഏകദേശം ജാസ്മിൻ പറഞ്ഞതുപോലെ സിംഹഭാഗവും അക്കോമഡേറ്റ് ചെയ്യുന്ന മേഖല എന്ന നിലയിൽ വലിയൊരു വളർച്ചാ സാധ്യത കാർഷിക മേഖലയ്ക്കുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇത്രയധികം ഒരു ബഡ്ജറ്റ് അലോക്കേഷൻ അഗ്രികൾച്ചറിന് വന്നതും അതിനോടൊപ്പം തന്നെ പ്രൈം കൺസേൺ ആയിട്ട് അഗ്രികൾച്ചർ മേഖല മാറിയതും. ജാസ്മിൻ, തീർച്ചയായിട്ടും മോദി ഗവൺമെന്റിനെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നത് കർഷക സംഘടനകളുടെ ഭാഗത്ത് നിന്ന് തന്നെയായിരുന്നു. അതിൽ പ്രത്യേകിച്ച് കർഷകർക്ക് 1.75 കോടി കർഷകർക്ക് ഗുണം ചെയ്യുന്ന ഒരുപാട് പാക്കേജുകളും പദ്ധതികളും ഒക്കെ തന്നെയാണ് ധനമന്ത്രി ഇത്തവണത്തെ ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. അതിൽ ധാന്യവിളകളുടെ ഉൽപാദനത്തിൽ ഒരു സെൽഫ് റെസിലിയൻസ് എന്നുള്ള ഒരു നിലയിലേക്ക് ഉയരാനായിട്ടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 6 വർഷത്തെ ഒരു മിഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക പദ്ധതി പോകുന്ന ഇനങ്ങൾ എന്ന് പറയുന്നത് മസൂർ ദാൽ, അതോടൊപ്പം തന്നെ തുവര, ഉറാദ് തുടങ്ങിയ പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്കും ഈ ധാന്യങ്ങളിലേക്കും ഒക്കെ തന്നെ പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. കർഷകരിൽ നിന്ന് ധാന്യം ഡയറക്റ്റായിട്ട് ശേഖരിക്കും എന്നുള്ള ഒരു നിലയിലേക്കാണ് ബഡ്ജറ്റിൽ ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇതുകൂടാതെ പച്ചക്കറികൾക്കും പഴങ്ങൾക്കും സംസ്ഥാനങ്ങളുമായി ചേർന്നുകൊണ്ട് ഒരു പുതിയ പദ്ധതി രൂപവൽക്കരിക്കുമെന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഒരു പദ്ധതികൾ വരുമ്പോഴും പ്രത്യേകിച്ച് ബീഹാറിന് ഒരു വമ്പൻ പാക്കേജ് നൽകിക്കൊണ്ട് തന്നെയാണ് ബഡ്ജറ്റിൽ വകയിരുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. എസ്പെഷ്യലി എടുത്തു പറയാനുള്ളത് മഖാന ബോർഡ്, മഖാനയുടെ ഉൽപ്പാദനവും വിപണനവും ഒക്കെ തന്നെ വ്യാപിപ്പിക്കാനായിട്ട് ബീഹാറിൽ മഖാന ബോർഡ് സ്ഥാപിക്കുന്നതടക്കമുള്ള ഒരു നിലയിലേക്ക് കൂടി പദ്ധതിയുടെ ഒരു വകയിരുത്തലുകൾ പോയിരിക്കുന്നു. എസ്പെഷ്യലി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ വിളകൾക്ക് ഉയർന്ന തലത്തിലുള്ള പ്രത്യേകിച്ച് വിത്തുകൾക്കായുള്ള ദേശീയ ദൗത്യം ആരംഭിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെ നമ്മൾ നേരെ ഇനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെ എസ്പെഷ്യലി അവന്തി ഫീഡ്സ്, അതോടൊപ്പം തന്നെ ഗോദ്രേജ് അഗ്രോവേർട്ട്, കാവേരി സീഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഓഹരികളിൽ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗോദ്രേജ് അഗ്രോവേർട്ട് നിലവിൽ 3.96% നേട്ടം രേഖപ്പെടുത്തുന്നു. അവന്തി ഫീഡ്സ് 3.25% മുന്നേറ്റം രേഖപ്പെടുത്തുന്നു. കാവേരി സീഡിലേക്ക് വരുമ്പോൾ 7.5% ഒരു കുതിപ്പ് രേഖപ്പെടുത്തുന്നു. ഏതാണ്ട് 919 രൂപയിൽ നിന്ന് 1021 രൂപയിലേക്ക് ഈ ഒരു സ്റ്റോക്ക് കുതിച്ചിരിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട സീഡ് ബേസ് ചെയ്യുന്ന കമ്പനികളിൽ ഒരു വലിയ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഹൈബ്രിഡ് വിത്തുകളുടെ ഒരു ഉൽപ്പാദനവുമാണ് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കാനിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് അഗ്രികൾച്ചർ സെക്ടറിന്റെ സബ് സെക്ടറിൽ വരുന്ന ഇത്തരം മേഖലകളിലേക്ക് ഇനി സ്റ്റോക്ക് ഫോക്കസിലേക്ക് നോക്കുന്ന സമയത്ത് വലിയൊരു മുന്നേറ്റം രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ടുന്നത്, അതായത് ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിൽ ഒരു അഗ്രികൾച്ചറിൽ ഇത്രയധികം അലോക്കേഷൻ വന്നിട്ട് പോലും എല്ലാ സെക്ടറിലും അതിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണുന്നില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ. കാരണം അതൊന്നും എനിക്ക് തോന്നുന്നത് ഡൈജസ്റ്റ് ചെയ്ത് വരാൻ ടൈം എടുക്കുമെന്ന് തോന്നുന്നു. ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് നമുക്കൊരു ഫെർട്ടിലൈസർ സെഗ്മെന്റിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്രയധികം ഒരു അലോക്കേഷൻ വന്നിട്ട് പോലും ഭയങ്കരമായിട്ടുള്ളൊരു കുതിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഒരു മിക്സഡ് ആയിട്ടൊരു പെർഫോമൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെയും കേരള ബേസ്ഡ് ആയിട്ടുള്ള FSCTയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ 2% ഒരു നേട്ടം നൽകാനായിട്ട് FSCTക്ക് സാധിക്കും.
സാധിക്കുന്നുണ്ട്. പിന്നീട് മികച്ച ഒരു നേട്ടം നൽകിയിരിക്കുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് മദ്രാസ് ഫെർട്ടിലൈസേഴ്സ് ഓഹരികളാണ്. എന്നാൽ അതേസമയം ചില ഓഹരികൾ, ഉദാഹരണത്തിൽ ഇപ്പം നവീൻ ഫ്ലൂറിന് ഒരു പക്ഷേ ഈ ഒരു ഫെർട്ടിലൈസർ മേഖലയിലെ ഒരു ഏറ്റവും പ്രധാന കമ്പനി എന്ന നിലയിൽ നവീൻ ഫ്ലൂറിലേക്ക് എത്തുമ്പോഴേക്കും 1%-ലധികം ഇടിവിലേക്കാണ് ഇപ്പോൾ നവീൻ ഫ്ലൂറിൻ പോയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ടാറ്റ കെമിക്കൽസിലേക്ക് എത്തുകയാണെങ്കിലും ഏകദേശം ഒരു 0.8% ഇടിവിലേക്ക് പോയിരിക്കുന്നു. ഒപ്പം തന്നെ ചമ്പൽ ഫെർട്ടിലൈസേഴ്സും 1.5%-ലധികം ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് ഇത്രയധികം ഒരു അലോക്കേഷൻ വന്നിട്ട് പോലും പല സെക്ടേഴ്സ്, ഇപ്പോൾ ബഡ്ജറ്റിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹൈബ്രിഡ് സീഡ്സിന് പെക്യുലർ ആയിട്ട് കോൺസെൻട്രേഷൻ ലഭിക്കുമെന്ന് അടക്കമുള്ള അപ്ഡേഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ട് പോലും കംപ്ലീറ്റ് ആയിട്ട് ഒരു ത്രൂ ഔട്ട് ദി അഗ്രികൾച്ചർ സെക്ടറിനെ നമുക്ക് കവർ ചെയ്തു എന്ന് പറയാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിൽ അതിനാനുപാതികം സ്റ്റോക്ക് മാർക്കറ്റ് പ്രതീക്ഷ തരത്തിലുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ജാസ്മിൻ. എസ്പെഷ്യലി ഇത്തവണ എനിക്ക് തോന്നുന്നു അനില ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ മെയിൻ സെക്ടേഴ്സിലേക്ക് നോക്കാതെ ഒരു സബ് സെക്ടേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന മേഖലകളിലേക്ക് ഒരു പക്ഷേ ആ ഒരു സ്റ്റോക്കിന്റെ മൂവ്മെന്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ അഗ്രികൾച്ചർ സെക്ടർ ഒന്ന് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുമെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഉണ്ട്. അതിന്റെ ഒരു പിൻബലത്തിൽ ഈസ് മൈ ട്രിപ്പിന്റെ ഓഹരികൾ 10%-ലധികം ഒരു മുന്നേറ്റം ഇന്ന് ഓൾറെഡി തന്നു കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ ടൂറിസത്തിന് ഊന്നൽ നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനം ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. ജാസ്മിൻ, അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രഖ്യാപനം കേരളം പോലൊരു സംസ്ഥാനത്തിന് വലിയൊരു ആശ്വാസമാണ്. കാരണം കേരളത്തിൽ ഏറ്റവും അധികം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള, വളർച്ചാ സാധ്യതയുള്ള ഒരു മേഖലയാണ് ടൂറിസം എന്ന് പറയുന്നത്. കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് ഈ ഒരു അലോക്കേഷൻ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിൻ്റെ ടൂറിസം മേഖല വലിയ തോതിലേക്ക് ഉയർന്നേക്കാം. പ്ലസ് ഇന്നലെ ഇക്കണോമിക് റിവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു 2000 ആ ഒരു കോവിഡ് കാലത്തുണ്ടായ ഒരു ഇടിവിൽ നിന്ന് റിക്കവർ ആകാനായിട്ട് ഇന്ത്യൻ ടൂറിസം മേഖലയ്ക്ക് സാധിച്ചിരിക്കുന്നു എന്ന്. പൊതുവെ വളരെ പോസിറ്റീവായിട്ട് അപ്ഡേഷൻ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. കാരണം ടൂറിസം അല്ലെങ്കിൽ കോവിഡ് വന്ന സമയത്ത് ഏറ്റവും അധികം തകർന്നടിഞ്ഞു പോയ ഒരു മേഖലയായിരുന്നു ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത്. കോവിഡിന് ശേഷം ഏറ്റവും അധികം പൊട്ടൻഷ്യൽ ഉണ്ടായ ഒരു മേഖല കൂടിയാണ് ഈ പറഞ്ഞതുപോലെ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത്. ട്രാവൽ ആൻഡ് ടൂറിസം ഈസ് മൈ ട്രിപ്പ് മാത്രമല്ല, ചില ആക്സസറീസ് കൂടി നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. ഒരുപക്ഷെ നിക്ഷേപകർ അത്ര ശ്രദ്ധിക്കാത്ത ഓഹരി ആയിരിക്കും VIP എന്ന് പറയുന്നത്. കാരണം VIPയെ സംബന്ധിച്ച് ട്രാവൽ ആൻഡ് ടൂറിസം വളരുന്നതിനനുസരിച്ച് ആനുപാതികമായിട്ട് വളർച്ച കൈവരിക്കാൻ സാധ്യതയുള്ള ഒരു ഓഹരി കൂടിയാണ് VIP ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ലഗേജ് ഇൻഡസ്ട്രിയിലെ ഒരു ബ്രാൻഡ് നെയിം എന്ന നിലയിൽ 1.5%-ലധികം നേട്ടം നൽകാനായിട്ട് VIPയുടെ ഓഹരികൾക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു കറക്ഷൻ മോഡിൽ നിന്ന് ഓഹരി വീണ്ടും ഒരു റിക്കവറി മോഡിലേക്ക് എത്തിയിരിക്കുന്നു. അതും ഒരു പോസിറ്റീവ് ടോൺ തന്നെയാണ് ജാസ്മിൻ കാണുന്നത്. നമ്മൾ അനില സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡിന് ശേഷം ട്രാവൽ ആൻഡ് ടൂറിസം പ്രത്യേകിച്ച് ആളുകളൊക്കെ തന്നെ വർക്ക് ഫ്രം ഹോമിൽ നിന്ന് തീർച്ചയായിട്ടും വർക്ക് ടു ഓഫീസ് എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ വെക്കേഷൻ്റെ ഒക്കെ ഒരു കാലാവധി കൂടുന്നു. തീർച്ചയായിട്ടും ആളുകൾ അത്തരത്തിലുള്ള ഒരു ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ആക്ച്വലി ഒരു സൈക്കിളാണ് എന്ന് വേണമെങ്കിൽ പറയാം. കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബാഗേജ് ഇൻഡസ്ട്രി, ലഗേജ് ഇൻഡസ്ട്രി, അതോടൊപ്പം തന്നെ ട്രാവൽ ആൻഡ് ടൂറിസം, പിന്നീട് വരുന്നത് ഏവിയേഷൻ മേഖലയാണ്. ഇന്ന് ഏവിയേഷൻ മേഖലയിലേക്ക് വരുന്ന സമയത്ത് ഇന്റർ ഗ്ലോബ് ഏവിയേഷനെ സംബന്ധിച്ചിടത്തോളം 3%-ലധികം ഒരു കുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ട്രാവൽ ആൻഡ് ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു തലത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ വന്നതിന് പിന്നാലെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ നേട്ടത്തിലാണ്, സ്പൈസ് ജെറ്റ് നേട്ടത്തിലാണ്. ഇന്റർഗ്ലോബ് ഏവിയേഷനെ സംബന്ധിച്ചിടത്തോളം 3.4% ഒരു നേട്ടം ഇപ്പോഴും ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്പൈസ് ജെറ്റിനെ സംബന്ധിച്ചിടത്തോളം 1%-ലധികം ഒരു മൂവ്മെന്റിലേക്ക് കൂടി പോയിരിക്കുകയാണ്. സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ രാജ്യത്തെ 50 ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കുമെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് 10,000 കോടി രൂപയുടെ ഒരു അധിക സഹായം നൽകുമെന്നുമുള്ള ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും മധ്യവർഗത്തിന് കൂടുതൽ ഒരു ഫോക്കസ് നൽകിക്കൊണ്ട് പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന നിലയിൽ കൂടുതൽ മേഖലകളിലേക്ക് അലോക്കേഷൻസ് വരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രതിഫലിക്കുന്നു, പലരുടെയും പോർട്ട്ഫോളിയോയിലും പ്രതിഫലിക്കുന്നു എന്ന് തന്നെ പറയാം. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇത്തരത്തിലൊരു ട്രാവൽ ആൻഡ് ടൂറിസം പറയുമ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര പ്രാമുഖ്യമല്ലാത്ത അല്ലെങ്കിൽ അത്ര പോപ്പുലർ അല്ലാത്തതാണ് ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഉഡാൻ പദ്ധതി എന്ന് പറയുന്നത്. കാരണം ഡൊമസ്റ്റിക് തലത്തിൽ പൊതുവേ ഇപ്പം വിമാനം അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് യാത്ര എന്ന് ഉദ്ദേശിക്കുമ്പോൾ
കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മൈൻഡിലേക്ക് എത്തുന്നത് ഫോറിൻ രാജ്യങ്ങളിലേക്ക് പോവുക എന്നതാണ്. എന്നാൽ ഇന്നത്തെ ഒരു പ്രഖ്യാപനം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് തലത്തിലുള്ള എയർ ട്രാവൽ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഡൊമസ്റ്റിക് തലത്തിൽ എയർപോർട്ട്സ് വർദ്ധിക്കുന്നത് കാർഗോ അടക്കമുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക കാർഗോ അടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് ഡെലിവറി ബ്ലൂ ഡാർട്ട് പോലെയുള്ള ലോജിസ്റ്റിക്സ് മേഖലയ്ക്കും വലിയൊരു കുതിപ്പാണ് നടത്താൻ സാധിക്കുന്നത്. ഏതായാലും ലോജിസ്റ്റിക്സിലേക്ക് കൂടി ഒന്ന് വരികയാണ് എന്നുണ്ടെങ്കിൽ ബ്ലൂ ഡാർട്ട് തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു മേഖലയിൽ ലോജിസ്റ്റിക്സ് മേഖലയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു അല്ലെങ്കിൽ ഏറ്റവും ഒരു മേജർ പ്ലെയർ എന്ന നിലയിൽ ബ്ലൂ ഡാർട്ടിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരു ബഡ്ജറ്റ് ആരംഭിച്ച ഘട്ടത്തിൽ നമുക്കൊരു പോസിറ്റീവ് മൊമെൻറ്റം കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലേക്കാണ് പോയിരിക്കുന്നത്. ഒപ്പം തന്നെ ബ്ലൂ ഡാർട്ടിൻ്റെ ഒരു കോമ്പറ്റീറ്ററായിട്ട് ഡൽഹി വരയിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിലും ഡൽഹി വരയും ഇപ്പോൾ ഒരു നെഗറ്റീവ് ടോണിലേക്കാണ് പോയിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ തുടക്കത്തിൽ നമുക്കൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിരുന്നു. ഏതായാലും ബഡ്ജറ്റ് പല സ്റ്റോക്സും ഡൈജസ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇനി കൂടുതലായിട്ടൊരു ഡീകോഡ് ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഇൻസൈറ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഡയറക്റ്റ് ഇനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോവുകയാണ്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 23,632 എന്നുള്ളതായിരുന്നു ഇന്ന് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഹൈ നിലവാരം. അവിടെ നിന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലേക്ക് നിഫ്റ്റി കടന്നിരിക്കുന്നു. 23,485 എന്നുള്ളൊരു നിലവാരത്തിൽ. അപ്പോഴും അഡ്വാൻസ് ടു ഡിക്ലൈൻ റേഷ്യോയിൽ 20 ഓഹരികളിൽ മാത്രം മുന്നേറ്റവും 31 ഓഹരികളിലും ഒരു ബെയറിഷ് സെന്റിമെന്റുമാണ് കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി ഇന്ന് ഓട്ടോ മേഖലയിൽ നിന്നും മാരുതി 5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുന്നു. ട്രെൻഡ് 4%, ITC 4%, ബ്രിട്ടാനിയ, ഹിന്ദുസ്ഥാൻ യൂണിലീവർ എസ്പെഷ്യലി FMCG സെഗ്മെന്റ് ഇന്ന് വളരെ അപ്പാണ്. അതോടൊപ്പം തന്നെ FMCGയിലേക്ക് വരുന്നതിന് മുൻപ് റിയൽറ്റിയിലേക്ക് വരുമ്പോൾ 1.5% നേട്ടം. FMCG 3.32% ഒരു ഔട്ട് പെർഫോമൻസ് നടത്തിയിരിക്കുന്നു. സെക്ടറൽ സൂചികകളിൽ ഓട്ടോ ഒരു സംഭാവന നൽകുന്നു, 1.91% ഒരു മുന്നേറ്റം. അതോടൊപ്പം തന്നെ 0.5% കൂടുതൽ എനർജി മേഖലയും ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ 1% കൂടുതൽ ഇടിവും കാണാൻ സാധിക്കുന്നുണ്ട്. ജാസ്മിൻ നമ്മൾ ടോപ്പ് ഗെയിനേഴ്സ് പരിശോധിച്ചപ്പോൾ കണ്ടിരുന്നു FMCG സെക്ടേഴ്സിന്റെ ഒരു ഡൊമിനൻസ് ആണ് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഒരു പക്ഷേ തിളങ്ങാൻ സാധ്യതയുള്ള ഒരു മേഖല FMCG തന്നെയായിരിക്കും. അതിലാദ്യത്തേത് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള 12 ലക്ഷം വരെയുള്ള ആ ഒരു ടാക്സ് ഒഴിവാക്കിയത്, ഇൻകം ടാക്സ് ഒഴിവാക്കിയത് കൂടുതൽ വരുമാനം ആളുകളിലേക്ക് എത്തുകയാണ്, ഡിസ്പോസിബിൾ ഇൻകം എത്തുകയാണ്. വലുതാകാൻ പ്രത്യേകിച്ചും ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹൗസ് ഹോൾഡ് കൺസംഷൻ വർദ്ധിപ്പിക്കണം എന്നുള്ളത് എടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ റൂറൽ മേഖലയിലാണെങ്കിലും അർബൻ മേഖലയിലാണെങ്കിലും കൺസംഷൻ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അധികം ഒരു ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് FMCG തന്നെയാണ്. അതിൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും അതിനൊരു ബെനിഫിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും FMCGയിലേക്ക് തന്നെ നമുക്കൊന്ന് പോയി നോക്കാം. FMCGയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു പക്ഷേ ഒരു ഓഫ് ദ റോഡ് റൈഡ് ആയിരുന്നു നമുക്ക് FMCG സെഗ്മെന്റിൽ കാണാൻ സാധിക്കുന്നത്. കാരണം ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ ഒരു പോസിറ്റീവ് ടോൺ വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു FMCG സെക്ടറിൽ പോയിരുന്നതെങ്കിൽ ഞങ്ങൾ തന്നെ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു ഇത് എന്ത് പറ്റി FMCGക്ക്. കാരണം ഒരു പക്ഷേ ഭയങ്കര ഇടിവിലായിരുന്നു, വലിയ തോതിൽ സെൽ ഓഫ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് നേടുമ്പോൾ വലിയ തോതിലൊരു കുതിപ്പായിരുന്നു FMCGയിൽ കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഒരു റിവേഴ്സ് മോഡലാണ് ഇന്നിപ്പോൾ FMCG സെക്ടറിൽ നിലനിൽക്കുന്നത്. 2.5% ഒരു മുന്നേറ്റം FMCGയിൽ കാണാൻ സാധിക്കുന്നു. അതായത് ഇന്നലത്തെ ആ ഒരു പ്രീ ബജറ്റ് റാലി ഇന്നിപ്പോൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഗോദ്രേജ് കൺസ്യൂമേഴ്സ് ആണ് ഒരു ടോപ്പ് ഗെയിനറായിട്ട് നിലനിൽക്കുന്നത്. 5.5% നേട്ടം നൽകുന്നുണ്ട്. ബ്രിട്ടാനിയ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC, മാരിക്കോ തുടങ്ങിയ ഓഹരികളിലും വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ്. എന്ന് മാത്രമല്ല മേജർ ഓഹരികളെല്ലാം തന്നെ പോസിറ്റീവാണ്. ആ ഒരു തീരുമാനത്തെ കംപ്ലീറ്റ് ആയിട്ട് ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു FMCG സ്റ്റോക്കുകൾ എന്ന് തന്നെ പറയാം. ഡൗൺ സൈഡിലേക്ക് നോക്കുമ്പോഴേക്കും ബൽറാംപൂർ ചീനിയും UBLും മാത്രമാണ് ഒരു ഇടിവിലേക്ക് പോയിരിക്കുന്നത്. ഏതായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ ഒരു പക്ഷേ കുറച്ചും കൂടി അല്പം കൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം റിസർച്ച് ഡെസ്കിൽ നിന്നും ഇൻഹൗസ് എക്സ്പേർട്ട് ആയിട്ടുള്ള മിസ്റ്റർ പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. സർ, വെൽക്കം. ഹലോ അനില, താങ്ക് യു. സർ, ഇപ്പോൾ ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചിട്ടൊരു ഡ്രീം ബഡ്ജറ്റായിട്ടാണ് മാറിയിരിക്കുന്നത്. ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നത്? I think it's a very, very good budget. എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഡിഫൻസിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിഫൻസ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നില്ല ഇപ്പോൾ.
എസ് ഏതായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 3 മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു ബഡ്ജറ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും അധികം അലോക്കേഷൻ വന്നൊരു മേഖല ഡിഫൻസ് ആയിരുന്നു. എന്നാൽ ഇത്തവണ ഡിഫൻസ് മേഖല അല്ലെങ്കിൽ ആ തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഡിഫൻസ് മാത്രമല്ല റെയിൽവേ സംബന്ധിച്ചിട്ടും കാര്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഏതായാലും സർ, ഇന്നിപ്പോൾ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്നത് 12 ലക്ഷം വരെ ഇൻകം ടാക്സ് പരിധി ഒഴിവാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ധാരാളം കസ്റ്റംസ് ഡ്യൂട്ടിയിലടക്കം ധാരാളം ടാക്സ് റിഡക്ഷൻസും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ്, ഏതൊക്കെ മേഖലകളായിരിക്കും പ്രധാനമായിട്ടും ഒരു ബെനിഫിഷ്യറീസ് ആവുക? നാച്ചുറലി ഇന്ന് നമ്മൾ കാലത്ത് സംസാരിച്ചതുപോലെ ഓട്ടോ മേഖല ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് ചെയ്യും. അത് ഓൾറെഡി നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മാരുതി, TVS മോട്ടോഴ്സ് മുതലായ സ്റ്റോക്സിലൊക്കെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. സോ മാരുതിയിലൊക്കെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തൊരു മേഖല നാച്ചുറലി വിൽ ബി ദ ഹൗസിംഗ് സെക്ടർ. സോ ഹൗസിംഗ് സെക്ടറിൽ ഇപ്പോൾ കാര്യമായിട്ടൊരു മൂവ്മെൻറ്റ് വന്ന് തുടങ്ങിയിട്ടില്ലെങ്കിലും വി ഹാവ് ടു വാച്ച് ദാറ്റ് സെക്ടർ വെരി ക്ലോസ്ലി. സർ, ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഇന്ന് പ്രധാനമായിട്ട് ബെഞ്ച്മാർക്ക് ഇൻഡെക്സിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയായിരിക്കും? നമ്മൾ നിഫ്റ്റി 50 നോക്കുമ്പോഴേക്കും നിഫ്റ്റി 50 ഇന്ന് കാലത്ത് മോർണിംഗ് ട്രേഡിൽ ഒരു അല്പം നേട്ടം നൽകിയിരുന്നെങ്കിലും അതിനുശേഷം ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ആ നേട്ടം മുഴുവൻ ഗിവ് അപ്പ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ബാങ്കിങ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഏതാണ്ട് ഒരു 30.35% താഴോട്ടാണ് വന്നിരിക്കുന്നത്. സോ എക്സെപ്റ്റ് ഫോർ FMCG ആൻഡ് ഓട്ടോ നമുക്ക് മറ്റേ മേഖലയിലൊന്നും കാര്യമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇതുവരെയും വന്നിട്ടില്ല. നിഫ്റ്റി 50 നമുക്ക് ഇന്നൊരു ട്രെൻഡ് റിവേഴ്സലിനെ കാണണമെങ്കിൽ ഇന്നത്തെ ഹയസ്റ്റ് ലെവൽ അറൗണ്ട് 23,800 പോയിൻറ്റിൻ്റെ മുകളിലോട്ട് നിഫ്റ്റി 50 ക്ലോസ് ചെയ്യണം. യെസ്, അതിനോടൊപ്പം തന്നെ സാറിനോട് മറ്റേതെങ്കിലും സ്പെസിഫിക് ആയിട്ട് താങ്കളുടെ ഫോക്കസിലുള്ള സെക്ടേഴ്സ് ഉണ്ടോ? സ്പെസിഫിക് ആയിട്ട് വേറെ ഫോക്കസിൽ ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല. ഇതിൽ മെയിൻലി ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് മാരുതി. നമ്മളിപ്പോൾ മാരുതിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 10-15 മിനിറ്റിൽ തന്നെ വളരെ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാച്ചുറലി അതിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടന്നിട്ടുണ്ട്. ആൻഡ് നേരിയ തോതിൽ കഴിഞ്ഞ ഒരു 2-3 മിനിറ്റിനിടയ്ക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട്. യെസ് സർ, അതിനോടൊപ്പം തന്നെ FMCGയിലേക്ക് കൂടി വരികയാണ്. FMCGയിൽ നമുക്ക് അത്തരത്തിലൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. FMCG സെക്ടറിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് എങ്ങനെയാണ് താങ്കൾ പറയുന്നത്? FMCG സെക്ടറിൽ നമ്മൾ ഓൾറെഡി ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അതുപോലെ തന്നെ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, ഇതിലൊക്കെ നമുക്ക് ഓൾറെഡി നല്ലൊരു മൂവ്മെൻറ്റ് കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് നമ്മൾ FMCG ഇൻഡെക്സ് ഇപ്പോൾ നോക്കുമ്പോഴേക്കും FMCG ഇൻഡെക്സിൻ്റെ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് 58,200 പോയിൻറ്റിലായിരുന്നു. ആ ഒരു ലെവൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു ലെവലിൻ്റെ മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി FMCG മേഖലയിൽ വരും സെഷൻസിൽ നമുക്ക് കൂടുതൽ നേട്ടം എക്സ്പെക്റ്റ് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റോക്സിലേക്ക് വരികയാണ്. ഒരു പക്ഷേ നിക്ഷേപകർ ഏറെ ഉറ്റുനോക്കിയിരുന്ന ഒരു സെഗ്മെൻ്റ് ആയിരുന്നു റെയിൽവേ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം കാര്യമായിട്ട് ഇടിവിലേക്കാണ് റെയിൽവേ ഓഹരികളൊക്കെ പോയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നും രാവിലെ സംസാരിച്ചിരുന്നു RVNL അടക്കമുള്ള ഓഹരികൾ ഇന്നലെ മുതൽ വലിയ തോതിലൊരു ബൈങ് കടന്നു വന്നിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ആ ഒരു നേട്ടമെല്ലാം തന്നെ RVNL പോലെയുള്ള ഓഹരികൾ കൈവിട്ടിരിക്കുകയാണ്. റെയിൽവേ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? RVNLൻ്റെ ഒക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് RVNL കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിനിടെ ഓൾറെഡി നമ്മൾ ഒത്തിരി നേട്ടം കണ്ടിരുന്നു. സോ RVNL പോലെയുള്ള സ്റ്റോക്കിലൊക്കെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ്. സോ RVNL നമ്മൾ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 440 രൂപയുടെ സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സോ അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് റെയിൽവേ സ്റ്റോക്സിൽ ഒന്നും തന്നെ ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള അലോക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇഡിബിൾ ഓയിൽ, പൾസസ് പോലെയുള്ള സെക്ടേഴ്സ് എടുത്തു പറഞ്ഞ് തന്നെയാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗം അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോദ്രേജ് അഗ്രോവേറ്റിലേക്കാണ് വരുന്നത്. ഗോദ്രേജ് അഗ്രോവേറ്റിൽ വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ ഒരു ഓഹരിയിൽ നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഗോദ്രേജ് അഗ്രോവേറ്റിലുള്ള താങ്കളുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് എന്താണ്? ഗോദ്രേജ് അഗ്രോവേറ്റിൻ്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടെ ഒരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഗോദ്രേജ് അഗ്രോവേറ്റിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരത്തിലോട്ട് വരണമെങ്കിൽ 780 രൂപയുടെ മുകളിൽ ഗോദ്രേജ് അഗ്രോവേറ്റ് ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രം ഒരു സേഫ് സോണിലോട്ട് പോയെന്ന് പറയാം.
ബട്ട് കറൻ്റ്ലി നമുക്ക് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 680 രൂപയായിരിക്കും. യെസ് സർ, അതിനോടൊപ്പം തന്നെ അവന്തി സീഡ്സുമായി ബന്ധപ്പെട്ടുള്ള അവന്തി ഫീഡ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പ്രത്യേകിച്ചും ഹൈബ്രിഡ് സീഡ്സുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ ഈ അവന്തി ഫീഡ്സുള്ള ഓഹരിനെ നോക്കിക്കാണുന്നത്? സീഡ്സിൻ്റെ കേസിൽ നമുക്ക് നവംബർ മാസം മുതൽ തന്നെ ഒരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു അവന്തി സീഡ്സ് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കിടെ. സോ അവന്തി സീഡ്സിൽ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന ലെവൽ 720 രൂപ. അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും. യെസ് സർ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡിഫൻസ് മേഖലയിൽ കാര്യമായിട്ടൊരു അലോക്കേഷൻ ഒന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഷിപ്പ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ധാരാളം അലോക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് വീണ്ടും കൂടുതൽ അലോക്കേഷനും അതിനോടൊപ്പം തന്നെ വലിയ ഷിപ്പുകൾ ഇന്ത്യയിൽ നിർമ്മിക്കും എന്നടക്കമുള്ള അത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? ഏതൊക്കെ ലെവലുകളായിരിക്കും പ്രധാനപ്പെട്ടുള്ള ഷിപ്പ് ബിൽഡിംഗ് ഓഹരികൾ താങ്കൾ വാച്ച് ചെയ്യുന്നത്? ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നവംബർ മാസത്തിന് ശേഷം ഒരു സൈഡ് വേസ് പാറ്റേൺ കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഏറ്റവും അധികമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1600, 1700 തന്നെയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് ഒരു സേഫ് സോണിലോട്ട് ഇത് എത്താൻ പോകുന്നുള്ളൂ. മാസഗോൺ ഡോക്ക് നോക്കുമ്പോഴേക്കും എഗെയിൻ ഒത്തിരി വോളറ്റിലിറ്റിയാണ് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കിടെ കാണാൻ സാധിക്കുന്നത്. മാസഗോൺ ഡോക്കിൽ ഇനി നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2660. അതേപോലെ തന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് നോക്കുകയാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെ ഒരു സിമിലർ പാറ്റേണാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കേസിൽ നമ്മൾ 1800, 1850 ഈ ഒരു റേഞ്ച് ആയിരിക്കാം വാച്ച് ചെയ്യേണ്ടത്. യെസ്, ഏതായാലും താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ ഇത്രയും ഡീറ്റെയിൽസ് പങ്കുവച്ചത്. ഏതായാലും ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ പോലും ആയിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇത്രയധികം ഡീറ്റെയിൽസ് പങ്കുവച്ചതിന് വളരെയധികം നന്ദി. ഏതായാലും ജാസ്മിൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷിപ്പ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. പ്ലസ് അതിനോടൊപ്പം തന്നെ നമ്മളൊരു പക്ഷേ ചിന്തിക്കേണ്ടുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഫാർമയാണ്. കാരണം ഫാർമയുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം അലോക്കേഷൻസും ധാരാളം പ്രഖ്യാപനങ്ങളുമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് കൂടി പോകാം. പ്രത്യേകിച്ച് റെയർ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് മെഡിസിൻസ് ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ട് കസ്റ്റം ഡ്യൂട്ടി ഒഴിവാക്കുമെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം വന്നിരിക്കുന്നു. എസ്പെഷ്യലി ആരോഗ്യ മേഖലയിൽ നിന്നുള്ള ക്യാൻസർ അടക്കമുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക്, ഗുരുതരമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് 36 മരുന്നുകളുടെ ക്യാൻസർ മരുന്നുകളുടെ വില കുറയും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡ്രഗ് മാനുഫാക്ചറിംഗ് ആൻഡ് ഫാർമ മേഖലയിൽ ഈ ഒരു മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അത്തരത്തിൽ ഇന്ന് നമുക്ക് ഫാർമ മേഖലയുടെ ഒരു മുന്നേറ്റം പരിശോധിക്കാം. ഫാർമ മേഖലയെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള വ്യാപാരമായിരുന്നു കാണാൻ സാധിച്ചത്. നിലവിൽ ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിൽ ഒരു 0.5%-ലധികം ഫാർമ മേഖല ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു സെഗ്മെന്റിൽ ഇന്ന് മാൻകൈൻ ഫാർമ ഇപ്പോൾ 2%-ലധികം ഒരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അജന്ത ഫാർമ 1.5%, സൺ ഫാർമ 0.81% മുന്നേറ്റം, ബയോകോൺ നേട്ടത്തിലാണ്, ഡിവിസ് ലാബ് നേട്ടത്തിലാണ്. അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാണുന്നതെങ്കിൽ കൂടിയും പ്രത്യേകിച്ച് ബഡ്ജറ്റിന് പുറമെ Q3 പാദഫലങ്ങൾ കൂടി അഫക്റ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന് വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. അനില, ഈ ഒരു ഫാർമ മേഖല ഒന്ന് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു ധനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം ഇന്ന് മിർസ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ഓഹരികൾ 15% വരെ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു പല ഇൻവെസ്റ്റേഴ്സിന്റെ ഫേവറേറ്റ് സ്റ്റോക്കാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. ട്രെൻഡ് ഓഹരികൾ 10%-ലധികം ഒരു വലിയ ഔട്ട് പെർഫോമൻസ് ആണ് നടത്തിയിരിക്കുന്നത്. എസ്പെഷ്യലി ലെതർ ആൻഡ് അതർ ഫുഡ്വെയർ സെക്ടേഴ്സിൽ ധനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ ഒരു പുതിയ നയം ആസൂത്രണം ചെയ്യുമെന്നുള്ളൊരു പ്രഖ്യാപനങ്ങളാണ് ഇന്ന് ഈ ഫുഡ്വെയർ മേഖല, എസ്പെഷ്യലി റിലാക്സോ അടക്കമുള്ള ഓഹരികളിൽ ഒരു വലിയ മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെതർ, അതോടൊപ്പം തന്നെ ഫുഡ്വെയർ മേഖലയിലേക്കുള്ള ഫോക്കസ് പദ്ധതി 22 ലക്ഷം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. 4 ലക്ഷം കോടിയിലധികം നിക്ഷേപം സൃഷ്ടിക്കുകയും 1.1 lakh കോടിയുടെ ഒരു കയറ്റുമതി സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പാരൽസ്, എസ്പെഷ്യലി ഈ ഫുഡ്വെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രെൻഡ്, റിലാക്സോ ഫുഡ്വെയർ അടക്കമുള്ള സ്റ്റോക്കുകളിൽ ഇന്നൊരു വലിയ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു.
ജാസ്മിൻ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ ജാസ്മിൻ ഫാർമ സൂചിപ്പിച്ചിട്ടുണ്ട്. ഫാർമയോട് ചേർത്ത് പറയുന്ന ഒരു സെക്ടർ ഇൻഷുറൻസ് ആണ്. കാരണം ഇൻഷുറൻസിനെ സംബന്ധിച്ചിട്ട് ഓൾറെഡി ഒരുപാട് ധാരാളം പ്രതീക്ഷകളുള്ളൊരു മേഖല കൂടിയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും അധികം ഫാർമയോടൊപ്പം തന്നെ വളരാനും വളർച്ചാ സാധ്യതയുമുള്ള ഒരു സെക്ടറാണ് ഇൻഷുറൻസ്. കാരണം കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ഏകദേശം 90% ആളുകളും അൺഇൻഷുർഡ് ആയിട്ടുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഒരു വളർച്ചാ സാധ്യത വലുത് തന്നെയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് 100% FDI ആണ് ഇപ്പോൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വിദേശ നിക്ഷേപം എത്തുകയാണ്. വലിയ കോമ്പറ്റീറ്റീവ്നെസ് കൂടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോഴുള്ളതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ്സ് ഈ ഒരു മേഖലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും ആ ഒരു പ്രഖ്യാപനത്തോട് പൊതുവെ പോസിറ്റീവായിട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചത്. തുടർന്ന് ഇൻഷുറൻസ് മേഖലയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കമ്പനികൾ റിയാക്ട് ചെയ്തിരിക്കുന്നത്. HDFC ലൈഫിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ടോൺ നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ SBI ലൈഫ് അടക്കമുള്ള ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും വളരെ പോസിറ്റീവായിട്ടൊരു മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇൻഷുറൻസ് മേഖലയിൽ കാതലായ മാറ്റങ്ങൾക്ക് നിർമ്മലാ സീതാരാമൻ തയ്യാറെടുക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ജാസ്മിൻ, തീർച്ചയായിട്ടും ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനികളായിട്ടുള്ള HDFC ലൈഫ് ലിമിറ്റഡ്, SBI ലൈഫ് ലിമിറ്റഡ്, അതോടൊപ്പം തന്നെ ICICI പ്രുഡൻഷ്യൽ ലൈഫ് എന്നീ ഓഹരികളൊക്കെ തന്നെ 4%-ലധികം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ ഇൻഷുറൻസ് മേഖലയിലെ FDIയുടെ ഒരു നേരത്തെ പങ്കാളിത്തം, മുൻപത്തെ ഒരു പങ്കാളിത്തം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 74% മുകളിലായിരുന്നു. അവിടെ നിന്നും 100% എന്നുള്ള ഒരു നിലയിലേക്കായി ഉയർത്താനാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മൈന്യൂട്ടായിട്ടുള്ള ആളുകൾ മാത്രമാണ് ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത്. അവിടെയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പദ്ധതി സ്കീമുകളും ഒക്കെ തന്നെ ഒരു വലിയ രീതിയിലുള്ള സ്വീകാര്യത നേടുന്നത്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ, അതിനോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ടുന്നത് FDI വരുന്നതിന് അതിനർത്ഥം പുതിയ ഫോറിൻ കമ്പനികൾ ഇൻഷുറൻസുമായിട്ട് വിപണിയിലേക്ക് എത്തുന്നു എന്നതാണ്. അതായത് നിലവിൽ കോമ്പറ്റീറ്റീവ് അല്ലാതെ നിൽക്കുന്ന ഒരു മേഖല എന്ന നിലയിൽ ഹൈലി കോമ്പറ്റീറ്റീവും പ്രൊഡക്ടിവിറ്റിയും വർദ്ധിപ്പിക്കണം. നിലവിൽ ഡൊമസ്റ്റിക് മേഖലയിൽ നിൽക്കുന്ന കമ്പനികൾ വ്യക്തമായിട്ടും അല്ലെങ്കിൽ വളരെ ക്വാളിറ്റിയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഒരുപക്ഷെ ഇനി വിപണിയിൽ മുന്നോട്ടേക്ക് നിലനിൽക്കാൻ സാധ്യതയുള്ളൂ എന്നൊരു ഇൻസൈറ്റ് കൂടി ഇതിലുണ്ട്. ഏതായാലും അതിനെ ഇപ്പോൾ വിപണി അല്ലെങ്കിൽ സ്റ്റോക്സ് പതിയെ ഡൈജസ്റ്റ് ചെയ്ത് വരുന്നു. അതിൻ്റെ ഒരു പിൻബലത്തിൽ ഇപ്പോൾ പല ഓഹരികളിലും ഒരു നെഗറ്റീവ് ടോണിലേക്ക് കൂടി ഒന്ന് കടന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം LICയിലേക്ക് വരികയാണെങ്കിൽ ഫ്ലാറ്റ് ലോ ടോണിലേക്ക് പോയിരിക്കുന്നു. ന്യൂ ഇന്ത്യ അഷുറൻസിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഏകദേശം ഒരു ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. കാരണം ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ LIC ആയിരുന്നു ഇൻഷുറൻസ് മേൽ, പ്രത്യേകിച്ചും ലൈഫ് ഇൻഷുറൻസിലെ ഒരു ഭീമൻ. ആ ഒരു മേഖലയിലേക്ക് പുതിയ കമ്പനികൾ വരിക എന്നതിനർത്ഥം LICയുടെ മാർക്കറ്റ് ഷെയർ കുറയുക എന്നത് കൂടിയുണ്ട്. അതും ഡൈജസ്റ്റ് ചെയ്ത് വരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജാസ്മിൻ, ഏതായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുമായിട്ട് നമ്മളോടൊപ്പം റിസർച്ച് ഡെസ്കിൽ നിന്നും വിഷ്ണു കൂടി ചേരുകയാണ്. വിഷ്ണു, വിഷ്ണു, എന്തൊക്കെയാണ് ബജറ്റിനോടുള്ള മാർക്കറ്റിന്റെ റിയാക്ഷൻ? അല്ല, ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലെവല് 23,424 എന്നൊരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 84 പോയിന്റിൻ്റെ ഒരു ഇടിവാണ് നമുക്ക് ഈ ഒരു നിമിഷം മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഒരു നിഫ്റ്റി 50യുടെ ഒരു ട്രേഡിംഗ് നമ്മൾ ഇന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് 23,528 എന്നൊരു ലെവലിലായിരുന്നു ഇന്ന് മോർണിംഗ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഒരു ലോവർ ലെവലിൽ രേഖപ്പെടുത്തിയത് 23,346 എന്നൊരു ലെവലും ഹയർ ലെവലിൽ 23,632 എന്നൊരു ലെവലിലുമാണ് ഇന്ന് ട്രേഡിംഗ് നടക്കുന്നുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ഒരു ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ടോപ്പ് ലൂസേഴ്സ് നിഫ്റ്റി 50യിൽ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ഒരു ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓഹരി ഓട്ടോ സെക്ടറിൽ നിന്നുള്ള മാരുതിയാണ്. മാരുതിയിൽ 5% ഒരു മികച്ച നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ട്രെൻഡിൻ്റെ ഓഹരി മികച്ചൊരു നേട്ടത്തിലാണ്, 5.22% നേട്ടത്തിൽ. ബ്രിട്ടാനിയ FMCG ഇന്നൊരു മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. ബ്രിട്ടാനിയയുടെ ഓഹരി 4.64% നേട്ടത്തിലാണ്. ടാറ്റ കൺസ്യൂമർ 3.73% നേട്ടം ഈ ഒരു നിമിഷം മാർക്കറ്റിൽ നിലനിർത്തുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവറും 3.5% ഒരു നേട്ടത്തിലാണ് ഇപ്പോൾ ഒരു നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നിഫ്റ്റി 50യിൽ ഇടിവിലുള്ള ഓഹരികൾ പരിശോധിച്ചാൽ ഈ ഒരു നിമിഷം BLന്റെ ഓഹരിയിൽ 3.84% ഒരു ഇടിവുണ്ട്. ശ്രീറാം ഫൈനാൻസ് 3.5% ഇടിവിലാണ്. കൂടാതെ L&Tയുടെ ഓഹരിയിൽ ഇന്ന് കാണാൻ സാധിക്കുന്ന ഇടിവ് 3% മുകളിലാണ്. BPCL, അൾട്രാടെക് സിമന്റ് എന്നീ ഓഹരികളും നിഫ്റ്റി 50യിൽ ഇന്ന് ഒരു ഇടിവിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി
മാർക്കറ്റ് NSE നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു നിമിഷം 2700-ലധികം സ്റ്റോക്കുകളിലാണ് ഇന്ന് NSE മാർക്കറ്റിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 1100-ലധികം സ്റ്റോക്കുകൾ നേട്ടത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇന്ന് 1437 സ്റ്റോക്കുകളാണ് ഒരു ഇടിവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരാം. ബാങ്ക് നിഫ്റ്റിയിലെ ഒരു പ്രകടനം ഈ ഒരു നിമിഷം മാർക്കറ്റിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 0.6% ഒരു ഇടിവാണ് ബാങ്ക് നിഫ്റ്റി സൂചികയിലുള്ളത്. 296 പോയിന്റിന്റെ ഒരു ഇടിവിൽ 49,290 എന്നൊരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നിലവിൽ ആകെ 2 സ്റ്റോക്കുകൾ മാത്രമേ അഡ്വാൻസ് ആയി ട്രേഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി 10 സ്റ്റോക്കുകളിലും ഒരു ഇടിവാണ് ഏതായാലും കാണാൻ സാധിക്കുന്നത്. ഏതായാലും ബാങ്ക് നിഫ്റ്റി ഒരു ഇടിവിൽ ട്രേഡ് ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു ഇടിവിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിഫ്റ്റി 50 ഇന്നൊരു നേരിയ ഇടിവിൽ തന്നെയാണ് ഒരു ട്രേഡിംഗ് ഈ നിമിഷം ഇന്നൊരു ബഡ്ജറ്റ് ഡേയിൽ നടക്കുന്നത്. ജാസ്മിൻ. വിഷ്ണുവാണ് മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേഷൻസ് പോസ്റ്റ് ബഡ്ജറ്റിന് ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടായിരുന്നത്. അനില, നമുക്ക് അവസാനമായിട്ട് ഈ മറ്റൊരു സെഗ്മെന്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണുകളുടെ ഒക്കെ തന്നെ വില കുറയും എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. എസ്പെഷ്യലി ലിഥിയം അയൺ ബാറ്ററി മേക്കിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന അത്തരത്തിൽ മേഖലകളിലേക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് വരുന്നു. തീർച്ചയായിട്ടും വളരെ ലോങ് ടൈം ആയിട്ട് ഒരുപാട് തൊഴിലവസരങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മൈൽ സ്റ്റോൺ പ്രഖ്യാപനമായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് സ്ട്രീറ്റ് വെൻഡേഴ്സിനെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് UPI ലിങ്ക്ഡ് ക്രെഡിറ്റ് കാർഡുകൾ നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. ഇന്ത്യ പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോസ്റ്റിനെ ലോജിസ്റ്റിക് കമ്പനിയായി മാറ്റും എന്നുള്ള ഒരു പ്രഖ്യാപനം, രാജ്യവ്യാപകമായിട്ട് 1.5 ലക്ഷം പോസ്റ്റ് ഓഫീസുകൾ വഴി പദ്ധതി നടപ്പാക്കും എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനങ്ങളിലേക്കൊക്കെ തന്നെയാണ് പോയിരിക്കുന്നത്. ഏതായാലും നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് അനാലിസിസ് ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ MyFin ടീം കൂടുതൽ ബഡ്ജറ്റ് അവലോകനങ്ങളൊക്കെ ആയിട്ട് സജ്ജമാണ്. ഇനി നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള മിസ്റ്റർ സൂരജ് നായർ നയിക്കുന്ന ഒരു എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം പോസ്റ്റ് ബഡ്ജറ്റ് അനാലിസിസുമായി ചേരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും, മറക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. ഇത്തവണത്തെ ബഡ്ജറ്റ് ഡേയിൽ MyFin TV പുതിയ ചരിത്രം കുറിക്കുകയാണ്. 100 കണക്കിന് ചാനലുകൾ ബഡ്ജറ്റ് തത്സമയ സംപ്രേഷണം മാത്രം ചെയ്യുമ്പോൾ അതിൽ നിന്നും വേറിട്ടൊരാശയവുമായി MyFin TV പ്രേക്ഷകർക്കിടയിലേക്ക് എത്തുന്നു. ബഡ്ജറ്റ് ഡേയിൽ ബഡ്ജറ്റ് തത്സമയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളെ കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്ത് ടീം MyFin ലൈവായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതിനായി അണിനിരക്കുന്നത് MyFinലെ പരിചയസമ്പന്നരായ പ്രഗത്ഭരാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് രംഗത്ത് 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള പ്രദീപ് ചന്ദ്രശേഖർ, ബിസിനസ് ജേർണലിസത്തിൽ 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള MyFin TV ബിസിനസ് എഡിറ്റർ ജെയിംസ് പോൾ, ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെ ഫണ്ട് മാനേജ്മെന്റിൽ 20 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള സൂരജ് എസ് നായർ. ഇവർക്കൊപ്പം ബിസിനസ് ലൈവ് ഡെസ്കുകളിലെ എക്സ്പേർട്സ് ടീമിനൊപ്പം ഞങ്ങളുടെ 80-ലധികം എംപ്ലോയീസ് കൂടി ഒരുമിക്കുമ്പോൾ കൃത്യമായ വിലയിരുത്തലുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ലൈവ് രാത്രി 8 മണി വരെ നീളുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻകം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻസ് തുടങ്ങി ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ബജറ്റിന് ശേഷമുള്ള സമഗ്രമായ വിലയിരുത്തലുകളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. കാണുക നിങ്ങളുടെ സ്വന്തം MyFin TVയിൽ ഫെബ്രുവരി 1 ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ. ബഡ്ജറ്റ് സെറ്റ് ഗോ 2025-26. ഏറ്റവും പുതിയ ബിസിനസ് അപ്ഡേറ്റുകൾ മലയാളത്തിലറിയാൻ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് അറിയാമോ? പോട്ടെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്പൈസസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം പറയാമോ? ഇത് രണ്ടും അറിയില്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പയർവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കൺട്രി ഏതാണെന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചോദ്യം 3 ഉണ്ടെങ്കിലും ഇതിനെല്ലാം ഉത്തരം ഒന്നേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ഇന്ത്യ. അങ്ങനെ അഗ്രികൾച്ചറിൽ ലോകം അറിയപ്പെടുന്ന ഇന്ത്യക്ക് ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷ വെക്കാമോ? അഗ്രികൾച്ചർ സെക്ടറിൽ കർഷകർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമോ? ഏത് നല്ല കാര്യം ചെയ്യും മുമ്പും അല്പം മധുരം കഴിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു പാരമ്പര്യമാണ്. ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റിലും നമുക്ക് ഈ പാരമ്പര്യം കാണാം. അതായത് ഇന്ത്യയിൽ ആദ്യമായി ബിസിനസ് ഫിനാൻസ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളും
രാജ്യത്തിലെ വിവിധ പ്രാദേശിക ഭാഷകളിൽ വെബ്, ആൻഡ്രോയിഡ്, iOS, OTT എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ബിസിനസ് ഡിജിറ്റൽ TV, MyFin TV. Stock market and personal finance, insurance, banking, economic news, business, NRI, technology തുടങ്ങിയവ, short reels, live shows, programs, news updates, tweets and educational videos എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഫോർമാറ്റുകളിൽ MyFin TV നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. പ്രൊഫഷണൽസ്, ബിസിനസ്സുകാർ, വിദ്യാർത്ഥികൾ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കർഷകർ, ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപന ജീവനക്കാർ, വീട്ടമ്മമാർ തുടങ്ങിയ എല്ലാവർക്കും അവരുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള 1 point സൊല്യൂഷനാണ് MyFin TV. MyFin TV, leading to wealth. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് അറിയാമോ? പോട്ടെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്പൈസസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം പറയാമോ? ഇത് രണ്ടും അറിയില്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പയർവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കൺട്രി ഏതാണെന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചോദ്യം 3 ഉണ്ടെങ്കിലും ഇതിനെല്ലാം ഉത്തരം ഒന്നേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ഇന്ത്യ. അങ്ങനെ അഗ്രികൾച്ചറിൽ ലോകം അറിയപ്പെടുന്ന ഇന്ത്യക്ക് ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷ വെക്കാമോ? അഗ്രികൾച്ചർ സെക്ടറിൽ കർഷകർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമോ? ഏത് നല്ല കാര്യം ചെയ്യും മുമ്പും അല്പം മധുരം കഴിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു പാരമ്പര്യമാണ്. ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റിലും നമുക്ക് ഈ പാരമ്പര്യം കാണാം. അതായത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് 10 ദിവസം മുമ്പ് ധനമന്ത്രാലയത്തിൽ ഒരു ഹൽവ കട്ടിംഗ് സെറിമണി നടത്താറുണ്ട്. ബഡ്ജറ്റിന്റെ പ്രിന്റിംഗ് തയ്യാറാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ അണിനിരത്തി ധനമന്ത്രി അവർക്കെല്ലാവർക്കും ഈ ഹൽവയുടെ മധുരം വിളമ്പി അതൊരു ആഘോഷമാക്കും. MyFin TVയും അതിവിടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഓഫീസിനുള്ളിൽ മാത്രമല്ല ഈ സെലിബ്രേഷൻ, വിശദമായ ബഡ്ജറ്റ് അവലോകനം MyFin TVയിലൂടെ നിങ്ങൾക്ക് കാണാം. 11 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ബഡ്ജറ്റ് ചർച്ചകൾ ഇതിനകം MyFin TVയിൽ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. 2ാം ദിവസം ഈ ബഡ്ജറ്റിൽ ഡിഫൻസ്, കമ്മ്യൂണിക്കേഷൻസ്, സ്പേസ് ആൻഡ് എയറോസ്പേസ് സെക്ടറുകൾ എങ്ങനെയാകും പരിഗണിക്കുകയെന്ന് വിദഗ്ധർ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ എന്ത് സാധനം വാങ്ങാൻ ചെന്നാലും ഷോപ്പുടമ അതിന് ഫൈനൽ റേറ്റ് പറയുമ്പോൾ നമ്മൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഈ റേറ്റ് ഇൻക്ലൂഡിംഗ് GST അല്ലേ? യെസ്, ഈ ചോദ്യം ജനകീയമായിട്ട് ഈ വർഷം ഏപ്രിൽ ആകുമ്പോൾ 8 വർഷങ്ങളാകുന്നു. രാജ്യത്ത് GST ഇംപ്ലിമെന്റ് ചെയ്തത് 2017 ഏപ്രിൽ 1 മുതലാണ്. അന്നത്തെ ധനകാര്യ മന്ത്രിയായ അരുൺ ജെയ്റ്റ്ലിയാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നടപ്പിലാക്കിയത്. We are in the process of making history with the launch of the goods and services tax. എന്നാൽ ഈ ആശയം ആദ്യമായി കൊണ്ടുവന്നത് ആരാണെന്ന് അറിയാമോ? 2000-ൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരാണ് GST എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. പിന്നീട് 2006-ൽ ധനമന്ത്രിയായിരുന്ന P. ചിദംബരത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിലും GST കടന്നു വന്നു. Is a GST with 7 or possibly more rates. It is a mockery of GST. ഏതായാലും 2017-ലെ ബഡ്ജറ്റിലൂടെ GST നടപ്പിലാക്കിയത് ടാക്സ് സെക്ടറിൽ വലിയ ചർച്ചയായി. ഇത്തവണത്തെ ബഡ്ജറ്റിലും ടാക്സ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ? സാമ്പത്തിക സംശയ നിവാരണങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൊതുവെ ധനമന്ത്രിമാരാണല്ലോ. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയെന്നറിയാം? പലർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായി ഒന്ന് പറഞ്ഞേക്കാം. 1958-ൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, 1970-ൽ ഇന്ദിരാഗാന്ധി, 1987-ൽ രാജീവ് ഗാന്ധി ബജറ്റ് അവതരിപ്പിച്ചു. അതൊരു ചരിത്രമായി മാറി. ഇവിടെ MyFin TVയും ചരിത്രം കുറിക്കുകയാണ്. മലയാള മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി 11 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ബജറ്റ് അവലോകനം അവതരിപ്പിച്ചു. 3ാം ദിവസമായ ജനുവരി 24-ന് ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേസ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ സെക്ടറുകളുടെ ബഡ്ജറ്റ് ഭാവിയെക്കുറിച്ച് വിദഗ്ധർ സംസാരിക്കുന്നു. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് പ്രസന്റ് ചെയ്ത ബഡ്ജറ്റ് 1947 നവംബർ 26-നാണ്. അതിനുശേഷം ഇങ്ങോട്ട് മാറി മാറി വരുന്ന ഗവൺമെന്റ് എല്ലാ വർഷവും സ്ഥിരമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഡ്യൂറേഷൻ കൊണ്ട് ശ്രദ്ധ നേടിയ ബഡ്ജറ്റാണ് 2020-21 ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് 2 hours 42 minutes വരെ നീണ്ടുനിന്നു. So I rise with your permission to present a statement of the estimated receipts and expenditure of the Government of India for the year 2020-2021. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും ഡ്യൂറേഷൻ പോയതെന്ന് പല മീഡിയ ചാനൽസ് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും നിർമ്മല സീതാരാമൻ ഇതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്.
ഇത്തവണത്തെ ബഡ്ജറ്റ് ഡ്യൂറേഷൻ കൂടുതലാണെന്നറിയാം. അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നാൽ ഓരോ സെക്ടറുകൾക്കും അത്രത്തോളം വിശകലനം ആവശ്യമുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് ഇത്രയും സമയമെടുത്തത്. ഏതായാലും ഇത്ര നേരം തുടർച്ചയായി സംസാരിക്കണമെങ്കിൽ നല്ല എനർജി ലെവൽ വേണോ അല്ലേ? യെസ്, എനർജി തന്നെയാണ് നമ്മുടെ ബഡ്ജറ്റ് ചർച്ചയിലെ അടുത്ത വിഷയം. ബഡ്ജറ്റ് ഡിസ്കഷന്റെ 4ാം ദിവസം ഗ്രീൻ എനർജി, ഓട്ടോമൊബൈൽ സെക്ടറുകൾക്ക് ബഡ്ജറ്റിൽ നേട്ടമുണ്ടാകുമോ എന്ന് വിലയിരുത്തുന്നു. കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിക്കും മുൻപ് അത് ചോരുക എന്ന് പറഞ്ഞാൽ അതൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്നാൽ ഉണ്ട്. 1950-51 ബഡ്ജറ്റിലാണ് സംഭവം. കേന്ദ്ര ബഡ്ജറ്റ് അച്ചടി സമയത്ത് അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അന്നത്തെ ധനമന്ത്രി ജോൺ മത്തായി പാർലമെന്റിൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് അത് ചോർന്നത്. ഈ ചോർച്ചയെ തുടർന്ന് പിന്നീട് വന്ന ബഡ്ജറ്റിന്റെ അച്ചടി രാഷ്ട്രപതി ഭവനിൽ നിന്ന് മിന്റോ റോഡിലേക്ക് മാറ്റി. 1980 ശേഷം ബഡ്ജറ്റ് അച്ചടിക്കുന്നത് നോർത്ത് ബ്ലോക്ക് ബേസ്മെന്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ചോർച്ച അത് എവിടെയാണെങ്കിലും അത്ര നല്ലതല്ല. നമ്മൾ ജനങ്ങൾക്കിടയിൽ ചോർച്ച കൂടുതൽ ഭീതി പരത്തുന്നത് ഓയിലോ ഗ്യാസോ ചോരുമ്പോഴാണ്, അല്ലെ? അത് തന്നെയാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് അവലോകനവും ചർച്ച ചെയ്യുന്നത്. എന്നാൽ അത് ചോർച്ചയെക്കുറിച്ചല്ല. ഓയിൽ, ഗ്യാസ്, ഇൻഡസ്ട്രിയൽ സെക്ടറുകൾക്ക് ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? കാണാം വിശദമായ വിലയിരുത്തലുകൾ. Level up your financial game with MyFin TV. Download the app now. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഫെബ്രുവരി 1-ാം തീയതി രാവിലെ 11 മണിക്കാണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. 1999 വരെ ഫെബ്രുവരി മാസത്തിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ വൈകുന്നേരം 5 മണിക്കായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത്. ആ സമയം ഇന്നത്തെ പോലെ ചേഞ്ച് ആക്കിയത് 2000-ലെ മില്ലേനിയം ബഡ്ജറ്റ് അവതരിപ്പിച്ച ഫിനാൻസ് മിനിസ്റ്റർ യശ്വന്ത് സിൻഹയാണ്. ഏതായാലും അതെല്ലാം കൊണ്ടും കൂടുതൽ സൗകര്യപ്രദമായി. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ 1 മുതൽ തന്നെ നടപ്പിലാക്കാൻ സാധിച്ചു. ഏതായാലും സമയം ഏത് കാര്യത്തിലും ഒരു നിർണായക ഘടകം തന്നെയാണ്. മൈഫിൻ ടിവിയും സമയം തെറ്റാതെ പതിവ് പോലെ രാത്രി 7 മണിക്ക് തന്നെ പ്രീ ബഡ്ജറ്റ് ചർച്ചയുമായി എത്തും. 6ാം ദിവസമായ ജനുവരി 28-ന് IT, സ്റ്റാർട്ടപ്പ് സെക്ടറുകൾക്ക് ഇത്തവണത്തെ ബഡ്ജറ്റിൽ പ്രതീക്ഷ ഉണ്ടാകുമോ എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ബഡ്ജറ്റിന് മുന്നേ നടക്കുന്ന പ്രിന്റിംഗ് അതീവ സുരക്ഷയുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ആ വർഷത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ അച്ചടിക്കുന്ന പ്രോസസ്സാണ്. ആ പ്രിന്റുകൾ നോക്കി വായിച്ചാണ് ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ലാതെ പൂർണ്ണമായും ഡിജിറ്റലൈസ്ഡ് ആയി ബഡ്ജറ്റ് അവതരിപ്പിച്ച വർഷം ഏതാന്ന് ഓർമ്മയുണ്ടോ? കോവിഡ് എന്ന മഹാമാരി ലോകത്തെ വിറപ്പിച്ച് 2021-22 ബഡ്ജറ്റാണ് ഡിജിറ്റലൈസ് ചെയ്തത്. ഈ കോവിഡ് എല്ലാ മേഖലയെയും ബാധിച്ചെങ്കിലും അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത മേഖലകളിലൊന്ന് ടൂറിസമായിരുന്നു. പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഒരുമിച്ച് സംഗമിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസുകൾ Good afternoon. Finally, the wait is over. The budget has been unveiled. നമുക്ക് ഫൈൻ പ്രിന്റ് കിട്ടാൻ കുറച്ച് താമസിക്കും. ഒരുപാട് ഫൈനൽ ഡീറ്റെയിൽസും മൈന്യൂട്ട് ഡീറ്റെയിൽസും കിട്ടാനുണ്ട്. ബട്ട് ഒരു ലാർജർ പിക്ചർ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും മാഡം നിർമ്മല സീതാരാമൻ വളരെ എലക്വൻ്റ് ആയിട്ട് സംസാരിച്ചു. ബട്ട് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏതാണ്ട് 1 hour 15 minutes ഇപ്രാവശ്യത്തെ സ്പീച്ച് അവസാനിച്ചു എന്നുള്ളതാണ്. പൊതുവെ അതിനുശേഷമുള്ള മാർക്കറ്റ് എക്സ്പേർട്സും അത് മാത്രമല്ല മറ്റുള്ള ടാക്സ് കൺസൾട്ടൻസും ഈ ബഡ്ജറ്റിനെ പോസിറ്റീവോടുകൂടിയാണ് കണ്ടത്. കൂടുതൽ സംസാരിക്കാനായി ഞാൻ എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. അത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ചെറിയൊരു ബ്രീഫ് ഞാൻ പറയാം.
It is all about consumption and middle class. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഇന്ന് രാവിലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് അനുസരിച്ച്, അല്ലെങ്കിൽ ഇന്നലെ നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ സ്പീച്ചോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിന്റെ സ്പീച്ചിലോ പറഞ്ഞ പോലെ, ഇന്നലെ നമ്മൾക്ക് മനസ്സിലായത് പ്രസിഡന്റിന്റെ സ്പീച്ചിൽ ഏതാണ്ട് 8 പ്രാവശ്യത്തോളം മിഡിൽ ക്ലാസ് അതിനകത്ത് മെൻഷൻ ചെയ്തു എന്നുള്ളതാണ്. അതുകൂടാതെ ഗോഡ് ബ്ലെസ്, എല്ലാ ഭാവങ്ങളും മിഡിൽ ക്ലാസ്സിന് നേരുന്നു എന്ന് പ്രൈം മിനിസ്റ്ററും കൂടി അതിന് ഫോളോ അപ്പ് ആയിട്ട് പറഞ്ഞതോടുകൂടി ഏതാണ്ട് ഉറപ്പായിരുന്നു ബഡ്ജറ്റിൽ മിഡിൽ ക്ലാസ്സിനെ ഫോക്കസ് ചെയ്തായിരിക്കും. അത് മാത്രമല്ല, ഗവൺമെന്റ് വാസ് ടു മച്ച് അണ്ടർ പ്രഷർ. അതായത് മിഡിൽ ക്ലാസ് ദേ ആർ ഫേസിങ് എ ഡൽഹി ഇലക്ഷൻ ആസ് വെൽ. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് ടാക്സ് ടെററിസമാണ് ഇന്ത്യയിൽ എന്ന് ഒപ്പോസിഷൻ ഏതാണ്ട് ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് ഗവൺമെന്റ് പോയത്. ഇതൊരു പരിധിവരെ ഗവൺമെന്റിനെ കഴിഞ്ഞ 2024 ജനറൽ ഇലക്ഷൻസിന് അഫക്റ്റും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം അവരത് യൂട്ടിലൈസ് ചെയ്തില്ല. മാർക്കറ്റ് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ജൂൺ ജൂലൈ മാസത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ 2024 ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഗവൺമെന്റിന് ഏതാണ്ട് മഹാരാഷ്ട്ര ഇലക്ഷൻ ഫേസ് ചെയ്യണമായിരുന്നു. അപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചു തീർച്ചയായിട്ടും മിഡിൽ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അനുബന്ധമായ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സോ ഉണ്ടെങ്കിൽ അപ്പോൾ അത് അനൗൺസ് ചെയ്യും എന്നുള്ളത്. ബട്ട് അത് തീർച്ചയായിട്ടും അവർ ഡിലേ ചെയ്യായിരുന്നു. ബട്ട് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ള രീതിയിൽ ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ മിനിസ്ട്രി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതാ വന്നിരിക്കുന്നു. വളരെ ഒരു ബമ്പർ ബൊനാൻസയായിട്ട്, നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത, മാർക്കറ്റുകൾ എക്സ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഫോർകാസ്റ്റ് ചെയ്യാത്ത രീതിയിലേക്കാണ് അത് വന്നിരിക്കുന്നത്. അതിനെ കൂടുതൽ സംസാരിക്കാനായിട്ട് എൻ്റെ കൂടെ അനദർ ബ്രില്യൻ മൈൻഡ് ഇസ് ജോയിനിങ് മീ, ശ്രീകുമാർ മേനൻ. He is a chartered accountant, qualified chartered accountant ആണ്. അത് മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പെർട്ട് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി ആസ്പെക്ട്സും അല്ലെങ്കിൽ സ്റ്റോക്കിനെയും സ്റ്റോക്ക് മാർക്കറ്റിനെയും എങ്ങനെയാണ് ടാക്സും ഇതര കാര്യങ്ങളും അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളതും നല്ല മെച്യൂരിറ്റി ഉള്ളതുമായിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. വെൽക്കം സർ, വെൽക്കം ടു ദ ഷോ ആൻഡ് നൈസ് ടു മീറ്റ് യു. സർ, ഫൈനലി നമ്മളെല്ലാവരും ഈ ബഡ്ജറ്റിലേക്ക് പോയപ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ ആലോചിച്ചിരുന്നത് നോ നെഗറ്റീവ്സ് വിൽ ബി ഗുഡ് ഫോർ മാർക്കറ്റ്സ് എന്നാണ്. No negatives will be good for the markets. ഞങ്ങളെല്ലാവരും മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റ്, ആസ് യു ഓൾസോ നോ, മാർക്കറ്റ് വാസ് ഫിയറിങ് സംതിങ് എന്നുള്ളൊരു പേടി ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. കാര്യം ഇപ്പോൾ കഴിഞ്ഞ പാനലിലും അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനിലും ഒക്കെ നമ്മൾ മെയിൻ പോയിൻ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് ബഡ്ജറ്റിൽ എന്തെങ്കിലും നെഗറ്റീവ് മാർക്കറ്റ് സെൻസ് ചെയ്യുന്നുണ്ടോ. കാര്യം ഫിസിക്കൽ ഡെഫിസിറ്റ് ആയാലും ഇൻഫ്ലേഷൻ ആയാലും ദീസ് ആർ ഓൾ യൂഷ്വൽ സസ്പെക്ട്സ്. ദീസ് ആർ നോൺ എനിമീസ്. നമുക്ക് ഇവരെയൊക്കെ നേരിട്ടുള്ള പരിചയമുണ്ട്. ഒരു പ്രാവശ്യം കോവിഡ് വന്നപ്പോൾ മാത്രമാണ് നമ്മളൊന്ന് പതറിപ്പോയത്. അല്ലെങ്കിൽ ലേമൻ ബ്രദേഴ്സ് പോലെയുള്ള ദ ബ്ലാക്ക് സ്വാൻ ഈവൻറ്റ്സ്, ദ സോ കോൾഡ്, അതിലാണ് മാർക്കറ്റിന് ശരിക്കും ഒരു ജർക്ക് ഉണ്ടായിരിക്കുന്നത്. ബാക്കി എല്ലാ പ്രാവശ്യവും മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലേക്ക് വന്നെങ്കിലും ഇറ്റ് ഹാഡ് ക്ലൈംഡ് ഇറ്റ്സ് ഓൺ വാൾ ഓഫ് വെറീസ് ആൻഡ് ഇറ്റ് ഹാസ് ബൗൺസ് ബാക്ക്. ബട്ട് ലാസ്റ്റ് ഒരു 4 to 5 months ആയിട്ട് നമ്മൾ കാണുന്നത് മാർക്കറ്റിൽ ഒരു സ്ലൈഡ് കാണുന്നുണ്ട്. സ്ലോ സ്റ്റഡി ആയിട്ട് ലാസ്റ്റൊക്കെ ആയപ്പോൾ ഏതാണ്ട് ജാനുവരി ഒക്കെ ആയപ്പോഴത്തേക്കും ദ ഇൻറ്റൻസിറ്റി ഹാസ് ഇൻക്രീസ്ഡ്. അപ്പം നമ്മളെല്ലാവരും സംശയിച്ചിരുന്നു, ഇൻക്ലൂഡിങ് മീ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ, ഈസ് മാർക്കറ്റ് ഫിയറിങ് സംതിങ് ദാറ്റ് വി ഡു നോട്ട് നോ. ഞാൻ ആ ഒരു പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ആ ഒരു വെറിയോടുകൂടിയാണ് മാർക്കറ്റിനെ ഞാൻ ഫേസ് ചെയ്തത്. കാര്യം എന്ന് വെച്ചാൽ ഗവൺമെൻറ് കഴിഞ്ഞ പ്രാവശ്യം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇൻക്രീസ് ചെയ്തപ്പോൾ 12.5% ആക്കിയിരുന്നു. ഈ 12.5% എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ലെവലായി തോന്നിയിരുന്നില്ല. ഒന്നില്ലെങ്കിൽ 5, 10, 15, 20 ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ടാക്സ് ലാബുകൾ, നമുക്ക് ക്യാപിറ്റൽ ഗെയിൻസ് ആയാലും ഇൻകം ടാക്സ് ആയാലും വരുന്നത്. 12.5 വാസ് എ വെരി അൺയൂഷ്വൽ ഫിഗർ. അതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന എക്സ്പേർട്സും ബ്രില്യൻ മൈൻഡ്സിനോടും ചോദിച്ചിരുന്നു, ഈസ് മാർക്കറ്റ് ഫിയറിംഗ് സംതിങ് എ ഹൈക്ക് ഇൻ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. അങ്ങനെയാണെങ്കിൽ ഇതോടുകൂടി മാർക്കറ്റ് ബോട്ടം അത് വരുമെന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ബട്ട് കോൺട്രറി ടു മൈ എക്സ്പെക്ടേഷൻ, നോ ഷോക്ക് ദെയർ. ഒരു ഷോക്കും അവിടെ ഫിനാൻസ് മിനിസ്റ്റർ നമുക്ക് തന്നിട്ടില്ല. പകരം നമുക്കൊരു സർപ്രൈസാണ് തന്നിരിക്കുന്നത്. അതായത് ഏതാണ്ട് 12 lakh rupees വരെ, ഏതാണ്ട് നമുക്കറിയില്ല ഇനിയിപ്പോൾ ടാക്സ് ലാബ് വേറെ എന്തെങ്കിലും റിബേറ്റോ ഡിഡക്ഷൻസോ ഇൻക്ലൂഡ് ചെയ്തോ എന്നുള്ള ഫൈൻ പ്രിന്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കണം. ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കുക, വിത്ത് ലിമിറ്റഡ് ഇൻഫർമേഷനിലാണ് ഞാനും ശ്രീകുമാർ സാറും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. ആസ് ആൻഡ് വെൻ ഇൻഫർമേഷൻ കംസ് ഇൻ, ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അത് ഡിസെക്ട് ചെയ്ത് ഞങ്ങളുടേതായ വിദഗ്ധമായ അഭിപ്രായം പറയാം. സർ, what do you think of the market overall? How much will you give out of 10? Well, the budget is considered reasonably good. There is nothing wrong with that. In fact, ഈ പറഞ്ഞ എന്താ പറയുക സ്ലാബ് കൂട്ടിയത് വാസ് എക്സ്പെക്റ്റഡ്. നോട്ട് വെദർ ഇറ്റ് വാസ് സ്റ്റിൽ 12 lakhs or 10 lakhs എന്നുള്ളത് മാറ്റർ ഓഫ് ഡീറ്റെയിൽ. കൂട്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ there was a suggestion from the industry that unless you increase purchasing power, what is the question of increasing business? Perfect. Okay, so അതുകൊണ്ട് that was kind of expected that there will be something in the budget for them, and actually it came out to be true. She delivered. But എൻ്റെ ഒരു പൊസിഷൻ എന്താ വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആസ് എൻ ഇൻവെസ്റ്റർ people should not really bother about budget, you know, because that is only a statement of intention. Accounts, yeah, that's it. What are we going to spend? What is the income and things like that. That's a small detail. But for an investor, if you're really an investor, it really doesn't matter.
Right. If you look at the past so many budgets, if at all there has been a reaction, it has also reacted opposite way sooner than later. Right. അതുകൊണ്ട് നമ്മൾ കണ്ടമാനം അതിനെ സ്പെക്കുലേറ്റ് ചെയ്ത് അത് നല്ലതായിരുന്നു ചീത്തയായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ സമയം കളയേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് you should have a perspective of around 5 to 6 years, 7 years. അതിൻ്റെ ടിപ്പിക്കൽ ഉപമ ഞാൻ പറയുന്നത്, സപ്പോസ് ഒരു തെങ്ങും തൈ നടുകയാണ്. ഈ തെങ്ങും തൈ നട്ട് കഴിഞ്ഞാൽ അത് ജനറലി ദ ഫാമർ നോസ് ഒരു 7 കൊല്ലം എടുക്കും തേങ്ങ ഉണ്ടാവാൻ. ഇൻ ദ മീൻ വൈൽ ഞാൻ 3 മാസം കഴിയുമ്പോൾ അത് വേരോടെ പറിച്ച് വേര് മുളച്ചോണ്ട് നോക്കണതിൽ കാര്യമില്ലല്ലോ. സെയിം ഇസ് ദ കേസ് ടു സേ റബ്ബർ. റബ്ബർ ഇസ് എ മേജർ സെഗ്മെൻറ്റ്. റബ്ബർ തൈ നട്ട് കഴിഞ്ഞാൽ ഒരു 7 കൊല്ലം എടുക്കും അത് റബ്ബർ തൈ വലിയൊരു മരം ആവാൻ, എന്നിട്ടേ ടാപ്പ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പണി തീരും. സോ വൈ ഡസ് എ ഫാമർ കീപ് ക്വയറ്റ് ഫോർ 7 years? ബിക്കോസ് ഹി നോസ് പോസ്റ്റ് ദാറ്റ് 50 years അതിന് ശേഷം തേങ്ങ കിട്ടും. റബ്ബർ ആണെങ്കിൽ അതേമാതിരി ഒരു കുറേ കാലത്തേക്ക് ടാപ്പ് ചെയ്യാമെന്നുള്ള കൺസെപ്റ്റിലാണ് ഹീസ് വില്ലിങ്. ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ അതിന് പറയാം. He's willing to take that, that chance എന്ന് വേണമെങ്കിൽ പറയാം. But 95% of the time he will be right. It's not that it's an unknown factor. എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളൊരു വ്യാഖ്യാനം കൊടുക്കേണ്ട ആവശ്യമില്ല. So that being the case, നമ്മളൊരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ, if that company is totally dependent on the government for some sort of benefit and therefore it has to improve എന്ന് പറയുകയാണെങ്കിൽ, that is not the place to invest. Absolutely. That's a great statement in fact. So അങ്ങനെ വരുമ്പോൾ why should we be taking so much importance to the budget per se? Because it's just a statement of intent. It's ഒരു കണക്ക് തരികയാണ്, ഞാൻ എൻ്റെ മൊത്തം ചെലവ് ഇത്ര, എൻ്റെ വരവ് ഇത്ര, ഞാൻ ഇതാണ് ചെയ്യാൻ പോണേ. If it is bad, okay, it is bad for the short term. But that doesn't make any difference to the companies, because if there is, say, an increase in something, suppose some customs duties എന്തെങ്കിലും കൂട്ടി കഴിഞ്ഞാൽ, it is usually passed on to the consumer. Correct. So consumer എന്ത് ചെയ്യും? അതിന് പകരം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കൂടുതൽ ശമ്പളം മേടിക്കും. So ultimately the market adjusts to all this. Oh, it rebalances itself. It rebalances itself. So by focusing on the budget and saying it's a great budget or a bad budget, personally I don't feel that's much of sense in that. Of course we can say that this 12 lakhs is definitely good, because for a couple who's earning say 12 lakhs each, it's almost nil tax for 24 lakhs. That's a good thing, because they have that much more spending power. Right. But you would also notice that pandate kalatha abesha nokani, see for example, a haircut in the old days used to cost about 15-20 rupees. Now it is 1,000 plus. Absolutely. So and different rates as well. Different rate. So that is because the persons concerned are willing to pay for it. Absolutely. So അതുകൊണ്ട് നമ്മൾ, that's what I said, rebalancing, what you rightly said. Rebalancing എന്ന് പറയുന്നത്, it depends on the income and സാധ്യതയുണ്ട്. Right. So like if you say I would like an excellent watch. Watch is not exactly watch, or something, like those kind of, or a better quality car. Because these have come in EMIs these days. Exactly. Exactly. അപ്പോൾ അത് പേ ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. Okay. Because of the disposable income. Right. So that is what we should focus and say that okay, then in that case discretionary spends ഉള്ള കാറ്റഗറിയിലുള്ള കമ്പനികളെ ഏതിലേക്ക് നോക്കാം. ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് കൂടാൻ വഴിയുള്ളൂ. ബ്രോഡ് മാക്രോ സിസ്റ്റം വെച്ചിട്ട് പറയുകയാണെങ്കിൽ, Nirmala Sitharaman, our finance minister, as well as the Department of Economic Affairs, as well as the World Bank, they've all confirmed that India is going to hit a figure of $5 trillion economy. Correct. By 2027 and 2028. Correct. നമ്മൾ ഓർക്കേണ്ടത് എന്താ വെച്ചാൽ, it took 70 years for us from to independence to reach about 2 trillion. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 കൊല്ലത്തിനകം we are saying we'll hit 5 trillion. And that doesn't end there. We are saying that 2047, we are going to hit 30 trillion. So in the meanwhile, to talk about these small things, I don't know whether it makes sense. So what does it mean when I say 5 trillion or 30 trillion? You must have heard of this person called Warren Buffett. Warren Buffett, he had a favorite ratio called the Buffett ratio. Correct. In which what he did was mottam market in the vela. That is, you take every share, multiply it with the corresponding price, and then you take up the so-called market cap. Market cap, exactly. Market cap on numerator edukka, denominator GDP edukka. Okay. Market cap to GDP ratio. GDP ratio. That is called the Buffett ratio. And he said it's one of the best ratios I've designed. Okay. Right. That is to decide whether the market is extremely overpriced or not. 70 years experience. That is the parameter that he depends on. Exactly. To evaluate the market. Exactly. Correct. So our market cap, for when I made a talk about a year plus back, it was an investor awareness program. I checked on the net and I found that we are at about 98%.
what he has said as a parameter is 88% താഴെയാണെങ്കിൽ it is cheap. If it is above 119%, it is expensive. Okay? So, ഈ ബേസിസിൽ നോക്കുമ്പോൾ we are neither cheap nor expensive at that time. That is December 2023. Right. Okay? Now, അതിനുശേഷം projection വരുന്നത് എന്താ? The market, the GDP is going to go to 5 trillion. That's what Nirmala Sitharaman and all the others have confirmed. Correct. അങ്ങനെയാണെങ്കിൽ ആ റേഷ്യോയിൽ ഡിനോമിനേറ്റർ 5 ട്രില്യൺ നമ്മൾ ഏകദേശം 98-100% എടുക്കുക. ന്യൂമറേറ്ററും സെയിം ലെവലിൽ പോകണ്ടേ? തീർച്ചയായിട്ടും പോകണം. കാര്യം വെച്ചാൽ ഇറ്റ് ഓൾവേസ് ഡിസ്കൗണ്ട്സ് ദ ഫ്യൂച്ചർ ഏർണിംഗ് പൊട്ടൻഷ്യൽ എന്നാണല്ലോ. എക്സാക്ട്ലി. സോ അങ്ങനെ വരുമ്പോൾ 2027 എൻഡിൽ 2028 ബിഗിനിങ്ങിൽ 3 കൊല്ലം ഫ്രം ഹിയർ അപ്രോക്സിമേറ്റ്ലി we are talking about a market cap of 5 trillion. Correct. Because GDP will be 5 trillion. Correct. Now, when I talked at that time, the market cap was, I mean, the GDP was a 3.8 trillion or so. Market cap was about 4, close to that. Okay. Now, thing is, the market is not controlled by CPI or CPM. എന്ന് പറഞ്ഞാൽ എല്ലാ ഷെയർസും ഒരേപോലെ കയറണമെന്നില്ല. മനസ്സിലായില്ലേ? It is restricted to the top 100-150 scripts. So, if you select those scripts, they will add this value of 1 trillion. Absolutely. മനസ്സിലായില്ലേ? That's an interesting thought. Yeah. So, therefore, your investment should be in those kind of scripts which will add that value. You make 10 times, 15 times. As simple as that. So, there is no rocket science there. There is no rocket science. Similarly, now let me go a little further ahead. Say 5 trillion in 2027 end or 2028. 100 years avumbo, that is 2047. The projected size is $30 trillion. That big? That big. So, which means 6 times from $5 trillion. Okay. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? You are looking at again another massive jump. Why should you be bothered about the budget? Small incidents happening in the market, right? Exactly. This is part of the growth story. Absolutely. Right? For example, it was announced some time back, there is a project called PM Wani. Prime Minister's Wi-Fi Access Network of India. ഇന്ന് അതിനെ പറ്റി ഒരു ബ്രീഫ് കാര്യം വേറെ പറഞ്ഞു. ബഡ്ജറ്റ് സ്പീച്ചിൽ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാരത് നെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു പറഞ്ഞത്. But the fact of the matter is what they proposed is they will put what is called micro data centers in rural areas. Correct. 2 to 5 micro data centers will be put in a village. These will look like something like a telephone booth, solid state device ഒക്കെ വെച്ചിട്ടാണ്. They are connected to the Bharat Stage optical fiber network across India. Now, ഇവർ പറഞ്ഞത് റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ a normal person can get ഒരു high speed Wi-Fi at 5 rupees per day. Very nominal. In fact, a cheap rate. Cheap rate. So, now what is the meaning of this? I'll give you a personal example. When I was young, quite some time back, my uncle, he stays in a place about 42 kilometers away from Ernakulam. He had got a crop of kumblanga. Okay? Ash gourd എന്ന് പറയും. Right. So, this is straight from the heart. Yeah. Sir, so experience ആണ് share ചെയ്യുന്നത്. Now, he said, shall we go to Ernakulam to sell it? And I am in probably colleges. I said, okay, I'm game. Now, he had something called a power tiller. Okay? Okay. Power tiller പുറകിൽ ഒരു വാഗൺ അറ്റാച്ച് ചെയ്തിട്ട് പറയണം നമുക്ക് എറണാകുളം പോവാം. I said, fine. കയറിയിരുന്നു ഏകദേശം ഒരു 3.5 മണിക്കൂർ. ഈ 40 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ 3.5 മണിക്കൂർ എടുത്തിട്ട് എറണാകുളം മാർക്കറ്റിൽ വന്നു. കണ്ട ആദ്യത്തെ ആളുടെ അടുത്ത് ഡൺ അടിക്കുകയാണ്. എന്ത് വിലയാണെങ്കിലും because he cannot take it back. Absolutely. മനസ്സിലായില്ലേ? So, you are forced to sell there. You are forced to sell. അതായിരുന്നു സിറ്റുവേഷൻ. Now, imagine this PM Wani network comes in. They sit, my uncle, he is no more, of course, it's time, but suppose he is there, he would sit at the comfort of his house, go into the high-speed Wi-Fi and say maybe Big Basket or Jio, അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ അടുത്ത് ഈ ആഷ് ഗോഡ് ഓഫർ ചെയ്യുന്ന ഓർഗാനിക്കാന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ വിലയും കൊടുക്കും. They will take it away from his place. അതിനടുത്ത് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് ചോദിച്ചു. സോറി ദാറ്റ് ഐ ആം ഇന്റർഫിയറിംഗ് ഇൻ ബിറ്റ്വീൻ. ഇതൊരു സ്മാർട്ട് മൂവായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഗവൺമെൻറ് ഹാസ് കം അപ്പ് വിത്ത് 3 farm laws. സോ ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ്, എൻ്റെ ഒരു കോംപ്രിഹെൻഷനിൽ ഞാൻ മനസ്സിലാക്കിയത് വളരെ ഫാബുലസ് ആയിട്ടുള്ള 3 laws എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഐ മീൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ആ മണ്ഡി സിസ്റ്റത്തിൽ ആ ഇടയ്ക്കുള്ള ബ്രോക്കേഴ്സിന് മിഡിൽമെന്നെ എടുത്ത് കളയുക എന്നുള്ളതായിരുന്നു. കാര്യം ആ മിഡിൽമെന്നാണ് നമ്മൾ ഒരു പഞ്ചാബോ ചാണ്ഡിഗർ പോലത്തെ സ്ഥലങ്ങളെ നോക്കുകയാണെങ്കിൽ റിച്ച് ഫാമേഴ്സ്, ദേ ഓൺ റോൾസ് റോയ്സ്, ദേ ഓൺ ജി വാഗൺ, മെഴ്സിഡീസ് ബെൻസ്, ഇവരൊക്കെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിൽ സമരത്തിനും ഹരിയാന ബോർഡറിലേക്ക് വന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഇവിടെ അത് പൊളിറ്റിക്കലി കാണുകയല്ല ഞാൻ പറയുന്നത്, അതിനൊരു ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരുന്നു എങ്ങനെ മിഡിൽമെൻ ഈ കച്ചവടം കൺട്രോൾ ചെയ്യണമെന്നുള്ളത്. ഈ വൈഫൈ അല്ലെങ്കിൽ കണക്ടിവിറ്റി ആക്സസ് കൊണ്ട്
ഇൻ എ സെൻസ് ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു മിഡിൽ മെൻ അവോയ്ഡ് ചെയ്യാനുള്ള ഗവൺമെന്റ് ഒരു സ്മാർട്ട് പ്ലോയ് ആണെന്ന് പറയാതിരിക്കാൻ പറ്റും. Definitely. It should happen, no? See, when here the onion prices go sky high or takkali da vela, it goes sky high. There are places in Karnataka where it's sold for 1 rupee and then it's destroyed. So that need to be connected, right? It has to be connected in a national grid. National grid. And that, see, when that is done, only this $30 trillion ഞാൻ അത് വെച്ചിട്ടാണ് ഈ പറഞ്ഞത്. Absolutely. നമ്മൾ ഈ $30 trillion economy എന്നൊക്കെ പറയുമ്പോൾ these sort of things have to be a given. Absolutely. That is the reason. ഞാൻ പ്രേക്ഷകരുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് 2 ടേക്ക് അവേസ് ഉണ്ട്. നമ്മളെപ്പോലെ ഞാൻ എപ്പോഴും പറയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പേർട്സിനെ കിട്ടാറുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കിട്ടാറുണ്ട്. ബട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ക്വാളിഫിക്കേഷൻ ഉള്ള സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രില്യൻ മൈൻഡിനെ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ശ്രീകുമാർ സർ ഫിറ്റ്സ് ദ ബിൽ ആൻഡ് ഹീ ഈസ് ഹിയർ വിത്ത് us. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അത് പ്രേക്ഷകരിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ്. 2 കാര്യങ്ങൾ അദ്ദേഹത്തിൽ പറഞ്ഞതിൽ ഹിഡൻ ആയിട്ടൊരു മീനിങ് ഉണ്ട്. ഒന്ന്, ബഡ്ജറ്റിന് ഒരു ലോങ്ങർ ടേമിൽ വലിയ വാല്യൂ ഇല്ല. ഒരു ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്ക് മാത്രം. ബഡ്ജറ്റ് അനുസരിച്ചല്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. മാർക്കറ്റും എക്കണോമി വിൽ ചാർട്ടർ ഇറ്റ്സ് ഓൺ കോഴ്സ് ആൻഡ് മൂവ് ഫോർവേഡ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു ലാർജർ പിക്ചർ നോക്കി ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിലേക്കും പോസിറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് ക്രിറ്റിസിസം കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം ഇൻഡയറക്ട്ലി മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട്, അതായത് GDP ഏതാണ്ട് 5 ട്രില്യൺ എക്കണോമി ആയിട്ട് 2027 മാറുമെന്നും അവിടുന്ന് ഒരു ഹ്യൂജ് ഗ്രോത്ത് വരുമെന്നും പറഞ്ഞതിൻ്റെ പുറകിൽ അതിൽ അദ്ദേഹം വാറൻ ബഫെ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് കോമ്പൗണ്ടിങ്, റൈറ്റ്? ഒരു കോമ്പൗണ്ടിങ്ങിന്റെ ഒരു ബേസിക് ആണ് അദ്ദേഹം ഈ പറഞ്ഞത്. അതാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. ജനങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇൻഫർമേഷൻ ശ്രദ്ധിക്കുക. നമ്മളൊരു 10 ലക്ഷം രൂപ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ആദ്യത്തെ പ്രാവശ്യം ഡബിൾ ആകുമ്പോൾ അത് 10 ലക്ഷം 20 ലക്ഷമാണ് ആവുന്നത്. 20 ലക്ഷം രണ്ടാമത്തെ പ്രാവശ്യം ഡബിൾ ആകുമ്പോൾ 40 ലക്ഷമാണ്. 40 ലക്ഷം മൂന്നാമത് ഡബിൾ ആകുമ്പോൾ 80 അടുത്ത പ്രാവശ്യം ആകുമ്പോൾ 1.6 ലാക്സ് ആണ്. അങ്ങനെ 3.2 6.4 ഇങ്ങനത്തെ രീതിയിൽ കോമ്പൗണ്ട് ചെയ്യുന്നതാണ്. ഐ മീൻ യൂഷ്വലി വി സേ ദാറ്റ് കോമ്പൗണ്ടിങ് ആണ് 8th വണ്ടർ ഓഫ് ദ വേൾഡ് നമ്മൾ എപ്പോഴും പറയുമായിരുന്നു. അതിനെക്കുറിച്ച് കുറെ കഥകളുണ്ട്, എക്സാമ്പിൾസ് ഉണ്ട്. പ്രേക്ഷകർ പറ്റുമെങ്കിൽ ഇതൊക്കെ വായിക്കുക. ഇത് തീർച്ചയായിട്ടും ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ആരും പറയില്ല. അടുത്ത കാലത്ത് ഓപ്ഷൻസും ട്രേഡിങ്ങും കമോഡിറ്റിയും പ്രൈസും റെസിസ്റ്റൻസും മാത്രം പറയുന്ന കാലത്ത് ഇതേപോലെ ബേസിക് ആയിട്ടുള്ള എലമെന്ററി കാര്യങ്ങൾ, അതായത് ഇതൊക്കെ ഒരു ഹാബിറ്റാണ്, ഇതൊക്കെ ഒരു കൾച്ചറാണ്, ഒരു സ്പിരിറ്റാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അതിനുള്ള ബേസിക് ഫൗണ്ടേഷനും കൂടെയാണ് ശ്രീകുമാർ സാർ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും അത് തീർച്ചയായിട്ടും അത് ഉപയോഗപ്രദമാക്കണം എന്നുള്ളതാണ്. സർ നേരത്തെ പറഞ്ഞ പോലെ സർ ജസ്റ്റ് മെൻഷൻ ചെയ്തു പോയി, വെൽത്ത് ഗെറ്റിംഗ് അക്യുമുലേറ്റഡ് ഇൻ ഫ്യൂ സ്റ്റോക്സ്. അല്ലെങ്കിൽ ഇപ്പോൾ നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞു. നമ്മൾ US മാർക്കറ്റിൽ ഒരു പ്രത്യേകത കണ്ടു. അതായത് ഇന്ന് നമ്മൾ പ്രൈം മിനിസ്റ്ററിൻ്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയാൻ പാടില്ല, ശരിക്കും ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണല്ലോ നമ്മുടെ ഈ പറഞ്ഞ സ്റ്റേറ്റസ് ഓഫ് ദ എക്കണോമി. ഇന്നലെ ഒരു റിലീസ് വന്നു. ആ എക്കണോമിക് സർവേയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, സാധാരണ ഞാൻ നേരത്തെയും ഉള്ള ഗസ്റ്റായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്, സാധാരണ ഇതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയാറില്ല. ബേസിക്കലി ഗവൺമെന്റ് കീപ്സ് ഇറ്റ്സ് അവേ ഫ്രം സ്റ്റോക്ക് മാർക്കറ്റ്സ് ബിക്കോസ് ഗവൺമെന്റ് ഫീൽസ് ദാറ്റ് പ്രൈസ് ദ മാർക്കറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ പ്രൈസ് ഡിസ്കവറി മെക്കാനിസം. നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് സാധാരണ ഗവൺമെന്റുകൾ സാധാരണ പറയാറ്, എസ്പെഷ്യലി ഈ ഗവൺമെന്റ്. പക്ഷേ ഇതിനകത്തൊരു മെൻഷൻ ഉണ്ടായിരുന്നു, അതായത് ഇന്ത്യൻ എക്കണോമിക്ക് ഏറ്റവും വലിയ ചലഞ്ച്, അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് അവർ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ US വളരെ ഹീറ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ്. അതായത് വെൽത്ത് ഈസ് ഗെറ്റിംഗ് അക്യുമുലേറ്റഡ് ഓൺലി ഇൻ ഫ്യൂ സ്റ്റോക്സ്. ഓഫ് കോഴ്സ് ദേ മൈറ്റ് ബി എ കമ്പനി ലൈക്ക് NVIDIA, ഇപ്പോൾ മാഗ്നിഫിസൻറ്റ് 7 ഉദ്ദേശിച്ചത്. മാഗ്നിഫിസൻറ്റ് 7 എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാവുന്ന പോപ്പുലർ നെയിംസ് ആണ്. ആപ്പിൾ ഉണ്ട്, ടെസ്ല ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഉണ്ട്, അങ്ങനത്തെ NVIDIA പോലത്തെ കമ്പനികളുണ്ട്. ഓഫ് കോഴ്സ് NVIDIA ത്രോസ് എ ഹ്യൂജ് ക്യാഷ് ഫ്ലോ. അതിൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിൻസ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഫ്രം മൈ റിസർച്ച്, അല്ലെങ്കിൽ MyFin ടേബിളിൻ്റെ റിസർച്ച് നമ്മൾ മനസ്സിലാക്കി ഏതാണ്ട് 65% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉള്ള കമ്പനിയാണ്. ദീസ് ആർ സൂപ്പർ നാച്ചുറൽ കമ്പനീസ്. 90% കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ദേ ആർ മോണോപ്പൊളി ഇൻ സെവറൽ ഫീൽഡ്സ് ആസ് വെൽ. നമ്മളിപ്പോൾ ചിപ്പിൻ്റെ കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഈ സമയത്ത് അവിടെ ഹീറ്റഡ് ആയിരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ, കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് പ്രോബബിലിറ്റീസ് ചുറ്റിക്കറങ്ങി നിൽക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും, ഇപ്പോൾ ഡീപ് സീക്കിൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് ഒരു ന്യൂസ് വന്നു. ശരിക്കും ആ ന്യൂസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ചിപ്പ് ഉണ്ടാക്കിയിട്ട് ചിപ്പാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനായിട്ട്. ദാറ്റ് മീൻസ് പ്ലാറ്റ്ഫോം ഈസ് ഡിഫറെൻറ്റ്, chip is different. Correct. But chip is being manufactured by only few companies and NVIDIA is one of them. Correct. But even then, പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഉള്ളത്. അപ്പോൾ ഡീപ് സീക്ക് കോമ്പറ്റീഷനിൽ വരുന്നത് തീർച്ചയായിട്ടും ഗൂഗിളായിട്ട്, മൈക്രോസോഫ്റ്റ് ഒക്കെ ആയിട്ട്. ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി ഡയറക്റ്റ് കോമ്പറ്റീഷൻ വിത്ത് NVIDIA. But even then, surprisingly, NVIDIA was down by around 60 to 70%. I understand it's $600 billion. ഇന്ത്യൻ കമ്പനിയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള പല കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പിലും വലിയൊരു ഫോളാണ് അതിന് വീണിരിക്കുന്നത്. അത് അസ്റ്റോണിഷിംഗ് ആയിരുന്നു.
ബട്ട് നമുക്ക് അന്ന് മനസ്സിലായത് NVIDIAക്ക് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നെങ്കിലും NVIDIA വാസ് ലുക്കിംഗ് ഫോർ എ റീസൺ ടു കറക്റ്റ്. അതായത് അത്രയ്ക്ക് മാത്രം ഹീറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നതാണ്. അതേപോലെ ഇന്ത്യയിലും ഈ പറയുന്ന പോലെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രം, a few is trading at astronomical valuations. Of course, when we say that the market is down by 10 to 12%, the Nifty mainline indices down ആണെന്ന് പറഞ്ഞാലും there is a concentration of wealth somewhere else. അത് കൂടുതലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു ടെക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനീസ്, അല്ലെങ്കിൽ ന്യൂ ഏജ് ജനറേഷൻ കമ്പനീസ്, അല്ലെങ്കിൽ സൺറൈസ് സെക്ടേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഒരു വലിഞ്ഞു കയറുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. സാർ, ആ ഡൈവേർജൻറ്റിനെ കുറിച്ച് സാർ എന്ത് പറയുന്നു? കാര്യം യു ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദ മാർക്കറ്റ്, യു ഹാവ് ഗോൺ ത്രൂ സൈക്കിൾസ്. അപ്പോൾ ഞാൻ ശ്രീകുമാർ സാറിൻ്റെ എക്സ്പീരിയൻസും വിസ്ഡമും കമ്പയർ ചെയ്യുന്നത് നിഫ്റ്റി ആയിട്ടാണ്. കാര്യം നിഫ്റ്റി ഹാസ് അണ്ടർഗോൺ എ ലോട്ട് ഓഫ് ചേഞ്ചസ്. കൊല്ലങ്ങളിൽ എവറി 10 years ദ നിഫ്റ്റി കൺസ്ട്രക്ട് ചേഞ്ചസ്. അത് പഴയ ആൾക്കാർ ഇപ്പോൾ പുതിയ ആൾക്കാർ വരും. സാർ ജീവിതത്തിലും കണ്ടിട്ടുണ്ട് പഴയ ആൾക്കാർ വരുന്നതും പുതിയ ആൾക്കാർ വരുന്നതും പഴയ ആൾക്കാർ പോകുന്നതും. അതേപോലെ നിഫ്റ്റിയിലെ ചേണിങ്ങും കണ്ട ഒരു വിസ്ഡം ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കാൻ വേറെ ആരെയും നമുക്ക് കിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് ആളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. സർ, വാട്ട് ഡു യു തിങ്ക് ഓഫ് ദിസ് ഡൈവേർജൻസ് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് സെക്ടർ റൊട്ടേഷൻ ഇസ് ഹാപ്പനിങ്? ഇതിൽ നമ്മുടെ there is a problem called recency, you know. Recency bias. Psychological behavioral finance ഒരു സബ്ജക്റ്റ് ആണ് സാർ കൊണ്ടുവരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക ഇൻവെസ്റ്റർ. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. Interesting thing is കേറിയപ്പോൾ ആരൊന്നും പറഞ്ഞില്ല. You know, it went up ridiculously high. Nobody asked why because it's going up. We all enjoy the absolutely foods. It's only when it tends to come down that we tend to say, ayyo, ഇപ്പോൾ റീസെൻ്റ്ലി അത് വീണല്ലോ, അത് ഭയങ്കര മോശമായി പോയി. It's not that it can go up higher and higher and higher, you know. Exponential ആയിട്ട് കിട്ടില്ല. So typically വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ earnings you can compare with a PE ratio. That's a very simple method, right? അപ്പോൾ what is PE ratio? Market price divided by EPS. Correct. That is ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഉണ്ട്. പക്ഷേ you may find particular shares are quoting way higher than the normal standard. Maybe they are discounting 10 years of earning potential. And that is the interesting part. Since you said about my experience, there was a time when this gentleman called Ketan Parekh was very active in the market. He focused on technology stocks. Correct. I remember shares like Infosys, other culture. I'm saying Infosys went up to 7,000 rupees and all that. അപ്പോൾ somebody mentioned that ഇത് എന്തൊരു വിലയാണ്, ഇതിങ്ങനെ 200-300 PE-ലൊക്കെയാണ് കൂളായിട്ട് പോകുന്നത്. Okay. So somebody said, how can you sustain this? So he said, that's okay. This company keeps doubling its earnings every year. അതുകൊണ്ട് ഒരു 10 കൊല്ലത്തെ ഏർണിങ്സ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തെന്ന് മാത്രം ആരോ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട ആൾ ഒരു കവർ എടുത്തിട്ടൊന്ന് വർക്കൗട്ട് ചെയ്തു. Then he said, yo, that's very good. 10 years കഴിഞ്ഞാൽ, see, this business is done mainly in America. We'll go to America and say, see, this is Infosys, our most valuable company. Take Infosys, give me America. മനസ്സിലാവുണ്ടോ? മനസ്സിലായി. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ആൾക്കാർ ഇതെന്തൊരു വട്ടാണ് ഈ പറഞ്ഞത്, യുനോ, ആൻഡ് ഇറ്റ് ക്രാഷ്ഡ്. Because then people realize it's ridiculous valuation. Similarly, this, our Srikanthan Das, when he was talking about the former RBI governor, Shaktikantan Das. Shaktikantan Das. He was mentioning about this Bitcoin-like thing, cryptocurrency as they call it. It's not a currency anyway, it's called cryptocurrency. Now it's a piece of software which is not backed by anybody. Correct. Not backed by any asset. Any asset or anybody. Why I say anybody is because usually for rupee there is a government. So the solvency of the nation. I promise to pay the bearer so and so some amount. Idadile onnilla. Nothing. So it's just that there's demand and supply only. It's a notional value. Exactly. Based on demand and supply. Now 1700s there was a problem with what is called a tulip mania. Tulip bulb എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ മുട്ടാണ് ഈ ട്യൂലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർ അതിൽ സ്പെക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അവസാനം ട്യൂലിപ്പ് ബൾബ് ബിക്കെയിം സോ കോസ്റ്റ്ലി ദാറ്റ് ഇറ്റ് റെപ്രസെൻറ്റഡ് എ സ്കിൽഡ് വേജ് ലേബറേഴ്സ് വേജസ് ഓഫ് എ ഫുൾ ഇയർ. അത്രയും കൂടുതൽ പോയി. പിന്നെയാണ് ആരോ റിയലൈസ് ചെയ്ത് ഇതിന് നമ്മൾ എന്തിന് ഇത്രയും വില കൊടുക്കണേ. ഇറ്റ് ക്രാഷ് വിത്തിൻ 2 weeks ബാക്ക് ടു വെരി നോമിനൽ ലെവൽസ് ആൻഡ് ലോട്ട് ഓഫ് money people lost their money those days. Shaktikantan Das said Bitcoin doesn't even have a tulip behind it. അതുപോലും ഇല്ലാന്ന്. So the problem in say a thing like Bitcoin is when you don't have backing and you push it to ridiculous levels, you're going to face a lot of problems at some point of time. അപ്പം നമ്മൾ വലിയ തത്വമൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? This is the danger even in stocks. If something is ridiculously valued
you can have this kind of fall and then you sit and So cry there is over. something called mean reversion, alle? Yeah. What goes up has to come down. No, not come down to the mean. Come down, it has to revert back to the mean. To mean. When it goes way above the mean, then you can say it will come back to the mean. It will adjust to its mean. The stability will come. The mean may be going up. That's fine. But if you are having a pricing which is ridiculously high, then it ends. See, like for example, I don't know whether I'm supposed to say the name of some scripts. See, പ്രേക്ഷകരെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, ഈ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്റ്റോക്സ് ഇവിടെ മെൻഷൻ ചെയ്യും. ഒരു ഡിസ്ക്ലെയിമർ പറയാതിരിക്കാൻ വരിക. ഇതൊക്കെ വെറും അക്കാഡമിക് പർപ്പസസിനും ഇൻഫർമേഷനും ബേസിസിലും വേണ്ടി മാത്രം പറയുന്നതാണ്. യു ഷുഡിൻ കൺസ്ട്രൂൾ ദിസ് ആസ് എ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ. ഇത് നമ്മൾ അഡ്വൈസോ ഒന്നുമല്ല. നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിനെ കാണുക, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഫിനാൻസ് മാനേജറെ കാണുക. ഇത് ജസ്റ്റ് അക്കാഡമിക് പർപ്പസിന് മാത്രം, ആ സ്പിരിറ്റിൽ മാത്രമേ ഇത് കാണാവൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലി വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യും. അത് ഞങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. ദിസ് ജസ്റ്റ് ഫോർ അക്കാഡമിക് പർപ്പസ്. പ്ലീസ് മൈൻഡ് ഇറ്റ്. Yeah. So 2023 assessed the condition and I recommended a script called Cochin Shipyard, which is close by. And there were various neighborhood, yeah, I happen to know quite a lot about it. So it October 2023 le 800 rupees 10 rupees face value la share aayirunnu. By 9th of January it doubled because of a split. Then by July of 2024 it had gone up 5.5 times. Now നമ്മുടെ ഒറിജിനൽ വർക്കിംഗിൽ പ്രൊജക്ഷൻസ് പറഞ്ഞത് 4.5 കൊല്ലം 4 കൊല്ലം കഴിയുമ്പോൾ 4,000 രൂപ എത്തും. So 5 rupees share going to 2,000 was the equivalent. This went to 2,950. So what I said is I am getting money which I am supposed to get after 5.5 years, 5 years. So take the share, give me the money. After we did that, it came down. In fact, interestingly, sorry to disturb you once again, ഞാൻ പല ഡിസ്കഷനിലും ഞാൻ സൊമാറ്റോയും കോൾ ഇന്ത്യയും തമ്മിലുള്ള എക്സാമ്പിൾ മെൻഷൻ ചെയ്തായിരുന്നു. അതായത് കോൾ ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ്പും സൊമാറ്റോയും വെച്ച് നോക്കുമ്പോൾ കോൾ ഇന്ത്യ കാട്ടിലും വില കൂടിയ മാർക്കറ്റ് ക്യാപ്പിലായിരുന്നു സൊമാറ്റോ ട്രേഡ് ചെയ്യുന്നത്. ബട്ട് കോൾ ഇന്ത്യ ഒരു കൊല്ലം അടയ്ക്കുന്ന ടാക്സസോ ഡിവിഡൻഡിനേക്കാളും കുറവാണ് സൊമാറ്റോൻ്റെ റവന്യൂ തന്നെ. അപ്പോൾ എനിക്ക് നാട്ടുകാർ അല്ലെങ്കിൽ അതേപോലത്തെ എക്സ്പേർട്ട് നമുക്ക് എക്സ്പ്ലനേഷൻ തരുന്നതാണ്, യു ഷുഡ് ഇൻ വാല്യൂ കോൾ ഇന്ത്യ ആൻഡ് സൊമാറ്റോ വിത്ത് ദ സെയിം സ്കെയിൽ. കാര്യം കോൾ ഇന്ത്യ എന്ന് പറയുന്നത് അതിന് ഇത്രയും മാർജിൻസേ ഉള്ളൂ, ഇത്രയും എസ്റ്റാബ്ലിഷ് ആണ്. സൊമാറ്റോ ഇൻ ടു എ ലാർജർ ബിസിനസ് ഇറ്റ് മൈറ്റ് ഗോ ടു എക്സ്പോണൻഷ്യൽ ബിസിനസ് ആണ്. 1 രൂപ കൂടിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പ്രോഫിറ്റ്സ് വളരെ കുറയും. പക്ഷേ ഇവരാരും മനസ്സിലാക്കാത്തൊരു കാര്യം, എൻ്റെ എക്സ്പീരിയൻസിലാണ്, ഐ മൈറ്റ് ബി റോങ് ഓൺ ദിസ്, പ്രേക്ഷകർ ക്ഷമിക്കുക, ഇതൊരു കോൾ ഇന്ത്യ നല്ലതാണെന്നും സൊമാറ്റോ മോശമാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയല്ല, എക്സ്പീരിയൻസ് ചെയ്യുന്നു, വിസ്ഡമിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു ബിസിനസ്സിന് 100% ഗ്രോത്ത് വരികയാണെങ്കിൽ ആ ബിസിനസ് മാത്രമേ ആ എക്കണോമി കാണുമെന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇഫ് ബിഗ് കോർപ്പറേറ്റ്സ് ഫൈൻഡ് ദാറ്റ് സംബഡി ഈസ് മേക്കിംഗ് 100% പ്രോഫിറ്റ്, തീർച്ചയായിട്ടും ഒരു കോമ്പറ്റീഷൻ അവിടെ വരും. അവിടെ വെച്ചിട്ടാണ് ഈ 100% പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് താഴേക്ക് പോകുന്നത്. ആ ഡീറേറ്റിംഗ് അവിടെ തുടങ്ങുമ്പോഴാണ് തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് അവിടെ നിന്ന് ഒരു ഡീറേറ്റിംഗ് തുടങ്ങുന്നത്. അതുകൊണ്ട് ശരിയാണ്, ഇവർ 100% ഗ്രോ ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇന്ത്യൻ മാർക്കറ്റിൽ റെഡിങ്ടൺ എന്നൊരു കമ്പനിയുണ്ട്. എഗെയിൻ ഇത് റെക്കമെൻഡേഷൻ അല്ല. റെഡിങ്ടൺ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്സ്, ഇപ്പോൾ ഐഫോൺ ആയാലും ശരി, ആപ്പിൾ പ്രോഡക്ട്സ് ആണെങ്കിലും ശരി, നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഒരു ഇന്നസെൻസ് ഒരു ലോജിസ്റ്റിക് കമ്പനിയാണ് റെഡിങ്ടൺ എന്ന് പറയുന്നത്. ഈ റെഡിങ്ടൺ അല്ലാതെ ഏതായാലും ഇന്ത്യയിൽ ഏതാണ്ട് 1-2 ബിസിനസ്സേ അങ്ങനെ ചെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നു ഇൻഗ്രാം മൈക്രോടെക് എന്ന് പറയുന്ന ഒരു കമ്പനി ദാറ്റ് ഈസ് നോട്ട് ലിസ്റ്റഡ്, റെഡിങ്ടൺ ലിസ്റ്റഡ് ആണ്. ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വേഫർ തിൻ മാർജിനിലാണ് അത് വർക്ക് ചെയ്യുന്നത്, മേ ബി 3% or 2%, ആൻഡ് ദേ ആർ ഇൻ ടു വോളിയം ബിസിനസ്. ബട്ട് ആ റെഡിങ്ടൺ ഉണ്ടാക്കിയിരിക്കുന്ന സപ്ലൈ ചെയിൻ വേറൊരു കമ്പനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ റിലയൻസ് പോലെയോ അല്ലെങ്കിൽ അഡാനി അംബാനി കമ്പനി പോലെയുള്ള ഇൻഡസ്ട്രീസോ ബിഗ് കോർപ്പറേറ്റ്സോ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഒരിക്കലും വരില്ല, ബിക്കോസ് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ 2 to 3% പ്രോഫിറ്റ്. അപ്പോൾ എവിടെയാണോ ഹയർ പ്രോഫിറ്റ് ഉള്ളത് അവിടെയാണ് കോമ്പറ്റീഷൻ വരുന്നത്. അപ്പോൾ 100% ഗ്രോ ചെയ്യുന്ന കമ്പനീസിന് ഡീറേറ്റിംഗ് വരാൻ ആദ്യം സ്റ്റോക്ക് മാർക്കറ്റിനെക്കാട്ടിലും ഒരു ചാൻസ് കോമ്പറ്റീഷനിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. സർ, ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ടു മച്ച് ഓഫ് ഫ്രണ്ട്സ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ അടുത്ത കാലത്തൊരു കറക്ഷൻ ഒരു 5 months ഉണ്ടായിട്ടുണ്ട്. മെയിൻ ലൈൻ ഇൻഡിസസ് അത് തീർച്ചയായിട്ടും അത് ക്യാച്ച് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ, ബിക്കോസ് ദ വൂണ്ട് ഹാസ് ബീൻ മച്ച് മോർ ഡീപ്പർ. ഓരോ സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ 70 to 80%. ഇൻഫാക്ട് ഞാനത് പറയാൻ കാര്യം, ന്യൂ ഏജ് സ്റ്റോക്സിനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചു. നമുക്ക് ഓൾഡ് എക്കണോമി സ്റ്റോക്സ് വരാം, റോട്ടി കപ്പട ഓർ മക്കാൻ, അതാണല്ലോ ബേസിക് നെസസിറ്റി. ഇപ്പോൾ കൺസംഷൻ ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഇപ്പോഴും ഒരു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ബഡ്ജറ്റിലെ ആ ഇൻകം ടാക്സിൻ്റെ റിഡക്ഷൻ ഉണ്ടല്ലോ, വിച്ച് ഡ്രൈവ്സ് കൺസംഷൻ, ദാറ്റ് ഈസ് വെയർ ദ ഓൾഡ് എക്കണോമി സ്റ്റോക്സ് കംസ് ഇൻ. കാര്യം വെച്ചാൽ ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് ഏതാണ്ട് 9 കൊല്ലത്തെ ലോവർ വാല്യൂവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഏത് പാരാമീറ്റർ, പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾ ആയാലും, പ്രൈസ് ടു ബുക്ക് ആയാലും, എൻ്റർപ്രൈസ് വാല്യൂ ടു ഇബിറ്റ ആണെങ്കിലും, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിലും ഒക്കെ ഏതാണ്ട് വളരെ ചീപ്പായിട്ടാണ്.
ഒരു ഇൻവെസ്റ്ററിന് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ മാർക്കറ്റിൽ. കാര്യം TCI എക്സ്പ്രസ് പോലെ 5 പൈസ കടമില്ലാത്ത ലോജിസ്റ്റിക്സ് കമ്പനി, ബ്ലൂ ഡാർട്ട് പോലത്തെ ഇത്രയും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ഡെലിവറി. നമ്മളിപ്പോൾ ബ്ലൂ ഡാർട്ട് പോലത്തെ ഒരു കമ്പനി പറയുമ്പോൾ സെൻസിറ്റീവ് ഡോക്യുമെൻറ്റ്സിൻ്റെ കിങ് ആണ് ബ്ലൂ ഡാർട്ട്. നമ്മളൊരു വിസ അപ്ലൈ ചെയ്യുന്നു, പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നു, വേറെ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയും വരില്ല. നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ബ്ലൂ ഡാർട്ടിലായിരിക്കും അത് വരുന്നത്. ബാങ്ക് ഡോക്യുമെൻറ്റ്സ്, ATM കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ നമുക്ക് ഡെലിവറി ചെയ്യുന്ന ബ്ലൂ ഡാർട്ടാണ്. ലോജിസ്റ്റിക്സ് സെക്ടറിൽ ബേസിക്കലി അടുത്ത കാലത്ത് നിതിൻ ഗഡ്കരിജി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അദ്ദേഹം വന്നില്ല, അദ്ദേഹം നാഗ്പൂരിൽ നിന്ന് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യായിരുന്നു. ഒരു പ്രമുഖ മീഡിയയുടെ അവരുടെ ഒരു കോൺക്ലേവിലാണ് എനിക്ക് ചോദിക്കാൻ കിട്ടിയത്. അദ്ദേഹം അതിനകത്ത് പറഞ്ഞു ലോജിസ്റ്റിക്സ് കമ്പനിക്ക് ഇപ്പോൾ ഏതാണ്ട് ദ കോസ്റ്റ് ഓഫ് ലോജിസ്റ്റിക്സ് ഇൻ ഇന്ത്യ ഇസ് 15 to 16% ടു ദി GDP. ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് ഇറ്റ് ടു 9%, 8% എന്നാണ്. അവിടെ ഈ പറയുന്ന പോലെ ശരിയാണ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വന്ന് റോഡൊക്കെ വരുന്നു. ഏതാണ്ട് 6 hours ട്രാവൽ ഉള്ളത് ഇപ്പോൾ 2 hours നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ. ബട്ട് ഈവൻ അത് മാത്രം പോരല്ലോ നമുക്ക്. ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഹാസ് ഓൾവേസ് ബീൻ എ ബിഗ് ഫാക്ടർ, റൈറ്റ്? ഇപ്പോൾ ഗവൺമെൻറ് ഹാസ് കൺസംഷൻ ഡ്രൈവ്. ഗവൺമെൻറ് ഹാസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ സപ്ലൈ സൈഡ് പ്രോബ്ലം, ഇറ്റ് ഈസ് എ ഡിമാൻഡ് സൈഡ് പ്രോബ്ലം. സപ്ലൈ ഇസ് ദെയർ, സപ്ലൈ എങ്ങനെ നമുക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതാണ് ബഡ്ജറ്റിലേക്ക് വന്നത്. അതിന് മുന്നോടിയായിട്ട് അവർ ഇതിനു മുമ്പേ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചിരുന്നു 2-3 കൊല്ലം മുമ്പേ. രണ്ടാമതായി ഇപ്പോൾ ഇൻകം ടാക്സ് കുറച്ചിരിക്കുന്നു. ബട്ട് ഈ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ഇന്നും ഒരു അൺനാച്ചുറൽ റേറ്റിലല്ലേ? ബിക്കോസ് ഇറ്റ് ഈസ് ഹാർഡ് ഫോർ എനി കമ്പനി ടു സർവൈവ്, അല്ലെ? ഇങ്ങനെ വരാൻ നേരത്ത് ഡെപ്റ്റ് എടുത്ത് മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല. സാറിൻ്റെ അഭിപ്രായം എന്താണ്? ബേസിക്കലി ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫണ്ട് സപ്ലൈ. കറക്റ്റ്. Now, at a point of time abroad, USA used to have 0.25% interest. Okay, Japan has minus 0.1%. There are certain other countries also, Switzerland, wherein they say don't give your money to the bank. We are not willing to keep it and try to lend it because it's not possible. Right. So therefore they reduce the interest rate to minus. Right. Minus 0.1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം, അതിൻ്റെ പുറത്ത് നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കണം. Right. Okay. Okay. Why is this so? Because they have printed money. Right. Okay. And therefore when you have plenty of something, if you want to take it from there, it should work. Correct. So അവിടെ 0.25, USA 0.25%, ഇന്ത്യയിൽ 7% or 6% ഇൻട്രസ്റ്റ് ആണെങ്കിൽ there is a differential of 5-6%. Right. Typically നമുക്ക് അവിടുന്ന് ബോറോ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ലെൻഡ് ചെയ്താൽ മതി. ചുമ്മാ ഒരു റിസ്ക് ഇല്ലാണ്ട് കാശുണ്ടാക്കാൻ. ബട്ട് എന്താ പ്രോബ്ലം? ദ എക്സ്ചേഞ്ച് റേറ്റ് ഡിപ്രീഷിയേറ്റ്സ്. കറക്റ്റ്. സോ ദ ഡിപ്രീസിയേഷൻ ഓഫ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഇസ് യൂഷ്വലി അബൌട്ട് 6-7% per annum. ദാറ്റ് നെഗേറ്റ്സ് ദിസ് സോ കോൾഡ് ബെനിഫിറ്റ് ഓഫ് ടേക്കിംഗ് മണി ഫ്രം ഔട്ട് സൈഡ് ആൻഡ് ബ്രിങ്ങിങ് ഇറ്റ് ഹിയർ. അതുകൊണ്ട് ആൾക്കാർ അത് കുറവാണ് ചെയ്യുന്നത്. ഇൻഫാക്ട് ഒരു റിപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു, ഇൻ ദ ലാസ്റ്റ് 8 years, ഇൻ ദ ലാസ്റ്റ് 10 years, ഇൻഫാക്ട് ക്യുമുലേറ്റീവ് ആയിട്ട് വെറും 8% റിട്ടേൺ ആണ് FIIs ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഓൺ ഡോളർ ടേംസ്. വി ആർ ടോക്കിംഗ് ഓഫ് FPIs. അത്രയ്ക്ക് മാത്രം ദർ ഇസ് നോ ഇൻസെന്റീവ് ടു ഇൻവെസ്റ്റ് എന്നാണ് നമുക്ക് പറയപ്പെടുന്നത്. If you do we have time, like what is it? നമുക്കൊരു 5 minutes കൂടെ ഉണ്ടാവും നമുക്ക്. ബട്ട് ഐ വോണ്ട് യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ ഓൺ ബിഫോർ. അതായത് നമുക്കിപ്പോൾ ബഡ്ജറ്റ് ഡേയും കൂടെ ആണല്ലോ. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളല്ലാതെ ശ്രീകുമാർ സാറിനെ നമുക്ക് വീണ്ടും വിളിക്കേണ്ടതായിട്ടിരിക്കുന്നു. സ്റ്റേജ് ഷെയർ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരികയാണ്. ഞാൻ വീണ്ടും ബഡ്ജറ്റ് എന്ന് പറയുന്ന മെയിൻ സ്ട്രീമിലേക്ക് പോവുകയാണ് സർ. See, now that budget has happened, the inevitable has come. It is laid on the table. Of course, we have limited information. കുറച്ച് ഇൻഫർമേഷൻ ബാക്കിയുണ്ട് നമുക്ക് കിട്ടാൻ. ബട്ട് ബ്രോഡ്ലി നമുക്ക് മനസ്സിലായത് ഗവൺമെൻറ് ഈസ് ട്രൈങ് ടു അഡ്രസ് ദ ഡിമാൻഡ് സൈഡ് ഇഷ്യൂസ്. ഈ എന്താ പറയുക, കോംപ്ലക്സിറ്റീസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ചെയ്യുക, ഇൻകം ടാക്സ് കുറയ്ക്കുക, കൺസംഷൻ ഡ്രൈവ് ചെയ്യുക, അർബൻ കൺസംഷൻ ഡ്രൈവ് ചെയ്യുക. ഇതൊക്കെയാണ് ഗവൺമെൻറ് പറയുന്നത്. വെച്ചാൽ അഗ്രികൾച്ചർ ഈസ് ഓൺ ട്രാക്ക്. സോ റൂറൽ എക്കണോമി ഈസ് ഓൺ, ബട്ട് അർബൻ നീഡ് ടു ക്യാച്ച് അപ്പ്. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. സാറിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ലാർജർ മാക്രോ പിക്ചർ അലോങ് വിത്ത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എക്കണോമിയെ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം, മാർക്കറ്റിനെ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം, സെക്ടർ സ്റ്റോക്ക് സ്പെസിഫിക്കിനേക്കാളും ഒരു സ്ട്രക്ചറലായിട്ട് എങ്ങനെയാണ് ഇത് ബേസിക്കലി വി സേ ദാറ്റ് മേക്കിംഗ് മണി ഇൻ ഇക്വിറ്റി ഈസ് 95% ക്യാരക്ടർ, സ്റ്റോക്ക് പിക്കിംഗ് ഫോംസ് ഓൺലി 5% ഓഫ് ഇറ്റ് എന്നാണ്. അപ്പോൾ ലെറ്റ്സ് കീപ് ദ സ്റ്റോക്ക് പിക്കിംഗ് അസൈഡ്. നമുക്ക് പല പ്ലാറ്റ്ഫോമിലും ഉണ്ട്. ബട്ട് സാറിനെ പോലെ ഒരാളെ കിട്ടുമ്പോൾ എനിക്ക് സ്റ്റോക്സ് സംസാരിക്കുന്നതിനേക്കാളും ഈ ഒരു ലാർജർ പിക്ചർ സംസാരിക്കാനായിരിക്കും ഞാൻ ആഗ്രഹം. സാറിന് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യാൻ? എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഇതാണ്. ദാറ്റ് ഈസ് ലൈക്ക് ഐ സെഡ് earlier, I am frankly not really concerned with the budget as such because they are doing their job. They have done a good job so far. The 8th budget and running by Mrs. Nirmala Sitharaman. I can't really blame her on anything. She has done the job as per what is required. What I would like to point out is I started my career in 1988 and I took over as a treasurer of Cochin Stock Exchange in 1992.
1992 സെൻസെക്സ് എന്ന് പറഞ്ഞ അതിൻ്റെ വാല്യൂ 1979 on 1st of January. Okay. Harshad Mehta took up the market from that level, let's say 2000 level to 4,500 in 4 months' time. That was a ridiculous movement. അയാൾ മാനിപ്പുലേറ്റ് ചെയ്തെന്തൊക്കെയാണ്. അയാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരിച്ച് 2000 വന്നു. നെക്സ്റ്റ് 13 കൊല്ലം it stayed in approximately that. If you take 2000 and 4000, the median range is 3000. So you will see that in 2003, 11 years later, it was 3000. Because so many changes were taking place in the market. Correct. If you complain that the bankara moshai pole and stock market onnum kittilla nu parnja, that is the time in 1996 we had the Depository Act passed. Physical share mari, we were changing into this thing, And but the point was 2003 ki shesham FIS biraka vandine shesham, F&O ka introduce cheyidine shesham 3000 went to 21,000 by 2007. അങ്ങനെ നമ്മൾ ഗ്രാഫ് ആഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ യു വിൽ ഫൈൻഡ് ദാറ്റ് ടു 3,000 21,000 ഇഫ് യു ടേക്ക് ദ എൻറ്റയർ പീരീഡ് ഇറ്റ്സ് എ ഗുഡ് റിട്ടേൺ. ബട്ട് ഇറ്റ് ഹാപ്പൻഡ് ഇൻ എ വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. സോ മാർക്കറ്റിൽ അതേമാതിരി നമ്മളിപ്പോൾ ഡു വി നീഡ് ടു വറി അബൌട്ട് ഈ ഡിസിഷൻ മേക്കിംഗ് ശരിയാണോ അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ലുക്ക് ഫോർ ദി ലോങ് ടേം. സ്റ്റോക്ക് സ്പെസിഫിക് അല്ലെങ്കിലും ഇൻഡെക്സ് തന്നെ ഞാൻ പറഞ്ഞില്ല 40 ഇരട്ടിയാണ് പോയിക്കുന്നത്. Because the current sensitive index, not current, a few months back, it was around 81,000-82,000. So that's about 40 times in 32 years. So that's the kind of return you're going to get from the market. 13.4% compounded annual growth rate is always there in the market. Look for that. Why do you want to? Sir പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റിംഗിലേക്ക് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഈ വക സ്മോൾ ഗൈറേഷൻസ് അവോയ്ഡ് ചെയ്യുക. മാർക്കറ്റ് വിൽ ഹാവ് സംതിങ് ടു നെഗോഷിയേറ്റ് ഓൾ ദ ടൈം. മാർക്കറ്റിൽ എപ്പോഴെങ്കിലും പ്രോബ്ലംസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ബട്ട് മാർക്കറ്റ് വിൽ അൾട്ടിമേറ്റ്ലി ക്ലൈംബ് ഓൾ ദ വാൾസ് ഓഫ് വറീസ് ആൻഡ് മൂവ് ഫോർവേഡ്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് പേഷ്യൻസോടുകൂടി കൺവിക്ഷനോടുകൂടി ആ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് സ്പിരിറ്റ് ഓഫ് ഇക്വിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ധർമ്മം മാത്രമേ ഒരു ഇൻവെസ്റ്ററിൻ്റെ ഫ്രണ്ടിൽ ബാക്കിയുള്ളൂ. Thank you, Srikumar sir, for joining us with your valuable comments on this. And we will meet again. And thank you so much. Definitely. All the best. Thank you. Back to studio. സാമ്പത്തിക സംശയ നിവാരണങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൊതുവെ ധനമന്ത്രിമാരാണല്ലോ. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയെന്നറിയാം? പലർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായി ഒന്ന് പറഞ്ഞേക്കാം. 1958 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, 1970 ഇന്ദിരാഗാന്ധി, 1987 രാജീവ് ഗാന്ധിയും ബജറ്റ് അവതരിപ്പിച്ചു. അതൊരു ചരിത്രമായി മാറി. ഇവിടെ MyFin TVയും ചരിത്രം കുറിക്കുകയാണ്. മലയാള മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി 11 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ബജറ്റ് അവലോകനം അവതരിപ്പിച്ചു. 3-ാം ദിവസമായ ജനുവരി 24-ന് ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേസ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ സെക്ടറുകളുടെ ബഡ്ജറ്റ് ഭാവിയെക്കുറിച്ച് വിദഗ്ധർ സംസാരിക്കുന്നു. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് പ്രസന്റ് ചെയ്ത ബഡ്ജറ്റ് 1947 നവംബർ 26-നാണ്. അതിനുശേഷം ഇങ്ങോട്ട് മാറി മാറി വരുന്ന ഗവൺമെന്റ് എല്ലാ വർഷവും സ്ഥിരമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഡ്യൂറേഷൻ കൊണ്ട് ശ്രദ്ധ നേടിയ ബഡ്ജറ്റാണ് 2020-21 സ്റ്റോക്ക് മാർക്കറ്റ് ഇൻസൈറ്റ്സ് എപ്പോഴും എവിടെ നിന്നും അറിയാൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. പുതിയ ബിസിനസ് അപ്ഡേറ്റുകൾ മലയാളത്തിലറിയാൻ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. പണം പോകാതെയും ഇനി പവർ വരും.
ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. Level up your financial game with MyFin TV. Download the app now. Innovate your financial knowledge with the latest updates on MyFin TV. Download the app now. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും, മറക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. ഇത്തവണത്തെ ബഡ്ജറ്റ് ഡേയിൽ MyFin TV പുതിയ ചരിത്രം കുറിക്കുകയാണ്. നൂറുകണക്കിന് ചാനലുകൾ ബഡ്ജറ്റ് തത്സമയ സംപ്രേഷണം മാത്രം ചെയ്യുമ്പോൾ അതിൽ നിന്നും വേറിട്ടൊരാശയവുമായി MyFin TV പ്രേക്ഷകർക്കിടയിലേക്ക് എത്തുന്നു. ബഡ്ജറ്റ് ഡേയിൽ ബഡ്ജറ്റ് തത്സമയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളെ കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്ത് ടീം MyFin ലൈവായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതിനായി അണിനിരക്കുന്നത് MyFinലെ പരിചയസമ്പന്നരായ പ്രഗത്ഭരാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് രംഗത്ത് 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള പ്രദീപ് ചന്ദ്രശേഖർ, ബിസിനസ് ജേർണലിസത്തിൽ 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള MyFin TV ബിസിനസ് എഡിറ്റർ ജെയിംസ് പോൾ, ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെ ഫണ്ട് മാനേജ്മെന്റിൽ 20 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള സൂരജ് എസ് നായർ. ഇവർക്കൊപ്പം ബിസിനസ് ലൈവ് ഡെസ്കുകളിലെ എക്സ്പേർട്സ് ടീമിനൊപ്പം ഞങ്ങളുടെ 80-ലധികം എംപ്ലോയീസ് കൂടി ഒരുമിക്കുമ്പോൾ കൃത്യമായ വിലയിരുത്തലുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ലൈവ് രാത്രി 8 മണി വരെ നീളുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻകം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻസ് തുടങ്ങി ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ബജറ്റിന് ശേഷമുള്ള സമഗ്രമായ വിലയിരുത്തലുകളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. കാണുക നിങ്ങളുടെ സ്വന്തം MyFin TVയിൽ ഫെബ്രുവരി 1 ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ. ബഡ്ജറ്റ് സെറ്റ് ഗോ 2025-26. ഇന്ത്യയിൽ ആദ്യമായി ബിസിനസ് ഫിനാൻസ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളും രാജ്യത്തിലെ വിവിധ പ്രാദേശിക ഭാഷകളിൽ വെബ്, ആൻഡ്രോയിഡ്, iOS, OTT എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ബിസിനസ് ഡിജിറ്റൽ TV MyFin TV. സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് പേഴ്സണൽ ഫിനാൻസ്, ഇൻഷുറൻസ്, ബാങ്കിംഗ്, എക്കണോമിക് ന്യൂസ്, ബിസിനസ്, NRI, ടെക്നോളജി തുടങ്ങിയവ ഷോർട്സ്, റീൽസ്, ലൈവ് ഷോസ്, പ്രോഗ്രാംസ്, ന്യൂസ് അപ്ഡേറ്റ്സ്, ട്വീറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോസ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഫോർമാറ്റുകളിൽ MyFin TV നിങ്ങൾക്കായി അവതരിപ്പിക്കും. പ്രൊഫഷണൽസ്, ബിസിനസ്സുകാർ, വിദ്യാർത്ഥികൾ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കർഷകർ, ഗവൺമെന്റ്, സ്വകാര്യ സ്ഥാപന ജീവനക്കാർ, വീട്ടമ്മമാർ തുടങ്ങിയ എല്ലാവർക്കും അവരുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള 1 point സൊല്യൂഷനാണ് MyFin TV. MyFin TV, leading to wealth. Level up your financial game with MyFin TV. Download the app now. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻസൈറ്റ്സ് എപ്പോഴും എവിടെ നിന്നും അറിയാൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. പുതിയ ബിസിനസ് അപ്ഡേറ്റുകൾ മലയാളത്തിൽ അറിയാൻ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. പണം പോകാതെയും ഇനി പവർ വരും. ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. Level up your financial game with MyFin TV. Download the app now. Innovate your financial knowledge with the latest updates on MyFin TV. Download the app now. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും, മറക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. ഇത്തവണത്തെ ബഡ്ജറ്റ് ഡേയിൽ MyFin TV പുതിയ ചരിത്രം കുറിക്കുകയാണ്. നൂറുകണക്കിന് ചാനലുകൾ ബഡ്ജറ്റ് തത്സമയ സംപ്രേഷണം മാത്രം ചെയ്യുമ്പോൾ അതിൽ നിന്നും വേറിട്ടൊരാശയവുമായി MyFin TV പ്രേക്ഷകർക്കിടയിലേക്ക് എത്തുന്നു. ബഡ്ജറ്റ് ഡേയിൽ ബഡ്ജറ്റ് തത്സമയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളെ കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്ത് ടീം MyFin ലൈവായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതിനായി അണിനിരക്കുന്നത് MyFinലെ പരിചയസമ്പന്നരായ പ്രഗത്ഭരാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് രംഗത്ത് 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള പ്രദീപ് ചന്ദ്രശേഖർ, ബിസിനസ് ജേർണലിസത്തിൽ 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള MyFin TV ബിസിനസ് എഡിറ്റർ ജെയിംസ് പോൾ, ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെ ഫണ്ട് മാനേജ്മെന്റിൽ 20 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള സൂരജ് എസ് നായർ. ഇവർക്കൊപ്പം
ബിസിനസ് ലൈവ് ഡെസ്കുകളിലെ എക്സ്പേർട്സ് ടീമിനൊപ്പം ഞങ്ങളുടെ 80-ലധികം എംപ്ലോയീസ് കൂടി ഒരുമിക്കുമ്പോൾ കൃത്യമായ വിലയിരുത്തലുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ലൈവ് രാത്രി 8 മണി വരെ നീളുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻകം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻസ് തുടങ്ങി ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ബജറ്റിന് ശേഷമുള്ള സമഗ്രമായ വിലയിരുത്തലുകളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. കാണുക നിങ്ങളുടെ സ്വന്തം മൈഫിൻ ടിവിയിൽ ഫെബ്രുവരി 1 ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ. ബഡ്ജറ്റ് സെറ്റ് ഗോ 2025-26. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൊതുവെ ധനമന്ത്രിമാരാണല്ലോ. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയെന്നറിയാം? പലർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായി ഒന്ന് പറഞ്ഞേക്കാം. 1958 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, 1970 ഇന്ദിരാഗാന്ധി, 1987 രാജീവ് ഗാന്ധി ബജറ്റ് അവതരിപ്പിച്ചു. അതൊരു ചരിത്രമായി മാറി. ഇവിടെ മൈഫിൻ ടിവിയും ചരിത്രം കുറിക്കുകയാണ്. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് പ്രസന്റ് ചെയ്ത ബഡ്ജറ്റ് 1947 നവംബർ 26-നാണ്. അതിനുശേഷം ഇങ്ങോട്ട് മാറി മാറി വരുന്ന ഗവൺമെന്റ് എല്ലാ വർഷവും സ്ഥിരമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഡ്യൂറേഷൻ കൊണ്ട് ശ്രദ്ധ നേടിയ ബഡ്ജറ്റാണ് 2020-21 ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് 2 hours 42 minutes വരെ നീണ്ടുനിന്നു. So I rise, with your permission, to present a statement of the estimated receipts and expenditure of the Government of India for the year 2020-2021. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും ഡ്യൂറേഷൻ പോയത്. നമസ്കാരം. ബജറ്റ് പ്രത്യേക ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. ആദായ നികുതി പരിധി 12 ലക്ഷമായി ഉയർത്തി. ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം. ബീഹാറിന് വമ്പൻ പദ്ധതികൾ, കേരളത്തിന് അവഗണന. മൂന്നാമത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ രണ്ടാമത് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ രാവിലെ കൃത്യം 11 മണിയോടെ പ്രതിപക്ഷ ബഹളത്തോടെയാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത്. മഹാകുംഭമേള നടത്തിപ്പിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. മോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ തൻ്റെ 8ാമത് ബജറ്റ് അവതരണം ആരംഭിച്ചത്. ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്ന് ധനമന്ത്രി പറഞ്ഞു. 6 മേഖലകളിലാണ് ഈ ബജറ്റ് ഊന്നൽ നൽകുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കാർഷികം, വ്യാവസായികം, തൊഴിൽ, ആരോഗ്യം, നികുതി, കായികം തുടങ്ങി എല്ലാ മേഖലയിലും സുപ്രധാന പ്രഖ്യാപനങ്ങൾ. ബീഹാറിന് വാരിക്കോരി നൽകിയപ്പോൾ കേരളത്തിന് നിരാശയായിരുന്നു ഫലം. വയനാട് പാക്കേജ് ഉൾപ്പെടെ പ്രതീക്ഷിച്ച പലതും പ്രതീക്ഷയിൽ മാത്രം ഒതുങ്ങി. മധ്യവർഗത്തിൻ്റെ ശക്തി കൂട്ടുന്ന ബജറ്റാണെന്ന ആമുഖത്തോടെ ധനമന്ത്രി വികസിത ഭാരതത്തിലേക്കുള്ള വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന സുപ്രധാന പ്രഖ്യാപനങ്ങളിലേക്ക് കടന്നു. ആദായ നികുതി പരിധി ഉയർത്തിയതാണ് ഇതിൽ പ്രധാനം. 12 ലക്ഷം രൂപ വരെ ആദായ നികുതിയില്ല. പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. മുതിർന്ന പൗരന്മാർക്കുള്ള TDS പരിധി വർദ്ധിപ്പിച്ചു. കൂടാതെ നികുതി കിഴിവിനുള്ള പരിധി തുകകൾ വർദ്ധിപ്പിക്കും. മുതിർന്ന പൗരന്മാരുടെ പലിശ ഇളവിനുള്ള പരിധി നിലവിലെ 50,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയായി ഉയർത്തി. വാടകയുടെ TDSനുള്ള വാർഷിക പരിധി 2.40 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപയായി ഉയർത്തുകയും ചെയ്തു. ഇത് ചെറുകിട നികുതിദായകർക്ക് പ്രയോജനം ചെയ്യുമെന്ന് ധനമന്ത്രി പറഞ്ഞു. ഇൻഷുറൻസ് മേഖലയിൽ പൂർണ്ണതോതിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം. നിലവിൽ അനുവദിച്ചിട്ടുള്ള 74% വിദേശ നിക്ഷേപം
100% ധനമന്ത്രി വ്യക്തമാക്കിയത്. ഇതിനായി ഇൻഷുറൻസ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കും. ഇൻഷുറൻസ് വിപണിയിൽ കൂടുതൽ ആഗോള കമ്പനികളെ കൊണ്ടുവന്ന് മത്സരം ശക്തിപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യം. ഇൻഷുറൻസ് നിയമം, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നിയമം, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി നിയമം എന്നിവ ഭേദഗതി ചെയ്യാനാണ് നീക്കം. ബീഹാറിന് കാര്യമായ പരിഗണന നൽകുന്ന ബജറ്റായിരുന്നു ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്. ബീഹാറിനെ ഫുഡ് ഹബാക്കുമെന്ന പ്രഖ്യാപനം. ഇതിനായി പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മഖാന ബോർഡ് തുടങ്ങിയവയും സംസ്ഥാനത്തിനായുള്ള പ്രഖ്യാപനങ്ങളിൽ ചിലതുമാത്രം. പാട്ന വിമാനത്താവളവും IIT പാട്നയും നവീകരിക്കും. ബീഹാറിനായി ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ കൊണ്ടുവരുമെന്നും ധനമന്ത്രി പറഞ്ഞു. കർഷകർക്കും കാര്യമായ പരിഗണന നൽകുന്നതായിരുന്നു കേന്ദ്ര ബജറ്റ്. 100 ജില്ലകൾ കേന്ദ്രീകരിച്ച് 1.7 കോടി കർഷകർക്ക് പ്രയോജനപ്പെടുന്ന വിവിധ പദ്ധതികൾ, കിസാൻ പദ്ധതികളിൽ വായ്പാ പരിധി ഉയർത്തുമെന്ന പ്രഖ്യാപനം. കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി. ചെറുകിട ഇടത്തരം മേഖലകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുമെന്നും ഇതിനായി 5.7 കോടി രൂപ നീക്കിവയ്ക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക പ്രധാന ലക്ഷ്യം. ധാന്യവിളയിൽ സ്വയം പര്യാപ്തത ഉറപ്പാക്കും. PM ധൻധാന്യ പദ്ധതിയും പരുത്തി കൃഷിക്കായി ദേശീയ പദ്ധതിയും നടപ്പാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തോടെ 50 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുമെന്ന് നിർമ്മല സീതാരാമൻ. ഹോം സ്റ്റേകൾക്ക് മുദ്രാ വായ്പ നൽകുമെന്നും യാത്രാ സൗകര്യവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. സ്വകാര്യ മേഖലയുമായി സഹകരിച്ച ഇന്ത്യയിലെ മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുമെന്നും ബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ടൂറിസം സ്ഥലങ്ങളിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. ആദായ നികുതി പരിധി 12 ലക്ഷമായി ഉയർത്തി. ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം. ബീഹാറിന് വമ്പൻ പദ്ധതികൾ, കേരളത്തിന് അവഗണന. ഇതോടെ ബജറ്റ് പ്രത്യേക ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. Level up your financial game with MyFin TV. Download the app now. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻസൈറ്റ്സ് എപ്പോഴും എവിടെ നിന്നും അറിയാൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. ഏറ്റവും പുതിയ ബിസിനസ് അപ്ഡേറ്റുകൾ മലയാളത്തിൽ അറിയാൻ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. പണം പോകാതെയും ഇനി പവർ വരും. ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. Level up your financial game with MyFin TV. Download the app now. Innovate your financial knowledge with the latest updates on MyFin TV. Download the app now. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും, മറക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. ഇത്തവണത്തെ ബഡ്ജറ്റ് ഡേയിൽ MyFin TV പുതിയ ചരിത്രം കുറിക്കുകയാണ്. 100 കണക്കിന് ചാനലുകൾ ബഡ്ജറ്റ് തത്സമയ സംപ്രേഷണം മാത്രം ചെയ്യുമ്പോൾ അതിൽ നിന്നും വേറിട്ടൊരാശയവുമായി MyFin TV പ്രേക്ഷകർക്കിടയിലേക്ക് എത്തുന്നു. ബഡ്ജറ്റ് ഡേയിൽ ബഡ്ജറ്റ് തത്സമയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളെക്കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്ത് ടീം MyFin ലൈവായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതിനായി അണിനിരക്കുന്നത് MyFinലെ പരിചയസമ്പന്നരായ പ്രഗത്ഭരാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് രംഗത്ത് 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള പ്രദീപ് ചന്ദ്രശേഖർ, ബിസിനസ് ജേർണലിസത്തിൽ 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള MyFin TV ബിസിനസ് എഡിറ്റർ ജെയിംസ് പോൾ, ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെ ഫണ്ട് മാനേജ്മെന്റിൽ 20 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള സൂരജ് എസ് നായർ. ഇവർക്കൊപ്പം ബിസിനസ് ലൈവ് ഡെസ്കുകളിലെ എക്സ്പേർട്സ് ടീമിനൊപ്പം ഞങ്ങളുടെ 80-ലധികം എംപ്ലോയീസ് കൂടി ഒരുമിക്കുമ്പോൾ കൃത്യമായ വിലയിരുത്തലുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ലൈവ് രാത്രി 8 മണി വരെ നീളുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻകം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻസ് തുടങ്ങി ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ബജറ്റിന് ശേഷമുള്ള സമഗ്രമായ വിലയിരുത്തലുകളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. കാണുക
നിങ്ങളുടെ സ്വന്തം മൈഫിൻ ടിവിയിൽ ഫെബ്രുവരി 1 ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ബഡ്ജറ്റ് സെറ്റ് ഗോ 2025-26. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൊതുവെ ധനമന്ത്രിമാരാണല്ലോ. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയെന്നറിയാം? പലർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായി ഒന്ന് പറഞ്ഞേക്കാം. 1958 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, 1970 ഇന്ദിരാഗാന്ധി, 1987 രാജീവ് ഗാന്ധി ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതൊരു ചരിത്രമായി മാറി. ഇവിടെ മൈഫിൻ ടിവിയും ചരിത്രം കുറിക്കുകയാണ്. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് പ്രസന്റ് ചെയ്ത ബഡ്ജറ്റ് 1947 നവംബർ 26-നാണ്. അതിനുശേഷം ഇങ്ങോട്ട് മാറി മാറി വരുന്ന ഗവൺമെന്റ് എല്ലാ വർഷവും സ്ഥിരമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഡ്യൂറേഷൻ കൊണ്ട് ശ്രദ്ധ നേടിയ ബഡ്ജറ്റാണ് 2020-21 ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് 2 hours 42 minutes വരെ നീണ്ടുനിന്നു. So I rise, with your permission, to present a statement of the estimated receipts and expenditure of the Government of India for the year 2020-2021. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും ഡ്യൂറേഷൻ പോയതെന്ന് പല മീഡിയ ചാനൽസ് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും നിർമ്മല സീതാരാമൻ ഇതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഇത്തവണത്തെ ബഡ്ജറ്റ് ഡ്യൂറേഷൻ കൂടുതലാണെന്നറിയാം, അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നാൽ ഓരോ സെക്ടറുകൾക്കും അത്രത്തോളം വിശകലനം ആവശ്യമുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് ഇത്രയും സമയമെടുത്തത്. കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിക്കും മുൻപ് അത് ചോരുക എന്ന് പറഞ്ഞാൽ അതൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്നാൽ ഉണ്ട്. 1950-51 ബഡ്ജറ്റിലാണ് സംഭവം. കേന്ദ്ര ബഡ്ജറ്റ് അച്ചടി സമയത്ത് അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അന്നത്തെ ധനമന്ത്രി ജോൺ മത്തായി പാർലമെന്റിൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് അത് ചോർന്നത്. ഈ ചോർച്ചയെ തുടർന്ന് പിന്നീട് വന്ന ബഡ്ജറ്റിന്റെ അച്ചടി രാഷ്ട്രപതി ഭവനിൽ നിന്ന് മിന്റോ റോഡിലേക്ക് മാറ്റി. 1980 ശേഷം ബഡ്ജറ്റ് അച്ചടിക്കുന്നത് നോർത്ത് ബ്ലോക്ക് ബേസ്മെന്റിലേക്കും മാറ്റിയിട്ടുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഫെബ്രുവരി 1 രാവിലെ 11 മണിക്കാണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. 1999 വരെ ഫെബ്രുവരി മാസത്തിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ വൈകുന്നേരം 5 മണിക്കായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത്. മാർക്കറ്റ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റിന്റെ സമയത്തുണ്ടായിരുന്ന ഒരു നെഗറ്റിവിറ്റിയിൽ നിന്നൊക്കെ തന്നെ ഇപ്പോൾ ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് നിഫ്റ്റി 50 നിലവിൽ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇടിവ് മാത്രം ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത് എങ്കിൽ കൂടിയും 23,495 എന്നുള്ള ഒരു നില മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റി 50ക്ക് സാധിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോഴും 112 പോയിന്റിലധികം ഒരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. 49,474 എന്നുള്ളൊരു നിലയിൽ നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നു. തീർച്ചയായിട്ടും വിപണിയും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും ഒക്കെ തന്നെ ഏറ്റവും അധികം കാത്തിരുന്ന ഒരു ബഡ്ജറ്റ് എന്നുള്ള നിലയിലായിരുന്നു. ഇന്ന് ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ വിപണിയെ എത്തരത്തിലാകും അഫക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ഒരു ആശങ്ക നിലനിന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം
ഇൻട്രാഡേയിൽ രേഖപ്പെടുത്തിയിരുന്ന ഇടിവുകളിൽ നിന്നൊക്കെ തന്നെ ഒരു റിക്കവറി മോഡിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് പറയാം. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ട്രെൻഡിന്റെ ഓഹരികളാണ്. 6.97% മുന്നേറ്റം. മാരുതിയുടെ ഓഹരികളിൽ എസ്പെഷ്യലി ഓട്ടോ FMCG മേഖലകളിൽ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. അതിൽ മാരുതിയുടെ ഓഹരികളാണ് ഒന്ന് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. 5.25% ഒരു മുന്നേറ്റമുണ്ട്. ബ്രിട്ടാനിയയുടെ സ്റ്റോക്കിലേക്ക് വരുന്ന സമയത്ത് 4% കൂടുതലുള്ള ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നു. ITC 4% മുന്നേറ്റം. ഏഷ്യൻ മോട്ടോഴ്സും സമാനമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്ന സമയത്ത് നിലവിൽ ലാർസൻ ആൻഡ് ട്യൂബ്രോയാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഒരു സമ്മർദ്ദം നേരിടുന്ന ഒരു ലാർജ് ക്യാപ് സ്റ്റോക്കായിട്ട് മാറിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചിടത്തോളം 4% ഒരു വീഴ്ചയിലേക്കാണ് സ്റ്റോക്ക് പോയിരിക്കുന്നത്. പവർ ഗ്രിഡ് 3.75 സിപ്ല 3.22% ഇടിവ് രേഖപ്പെടുത്തുന്നു. BPCL ഇന്നത്തെ മാർക്കറ്റിൽ 2.83% ഒരു ഇടിവിലേക്കാണ് BPCL പോയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻസ്ഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ബെയേഴ്സിന്റെ ആധിപത്യം ഒരല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഏറ്റവും അധികം നേട്ടം രേഖപ്പെടുത്തുന്നത് രാവിലെ മുതൽ തന്നെ ഇൻഡസിൻ ബാങ്കാണ്. 2.53% ഒരു നേട്ടം കാണാൻ സാധിക്കുന്നു. ആക്സിസ് ബാങ്ക് 1.36% ഒരു മുന്നേറ്റമാണ് നൽകുന്നതെങ്കിൽ AU സ്മോൾ ഫൈനാൻസ് ബാങ്കും കോട്ടക് മഹീന്ദ്ര ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയും ഒക്കെ തന്നെ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് മോഡിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇന്ന് SBIയും പഞ്ചാബ് നാഷണൽ ബാങ്കും 1.5% ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിലും ഇടിവ് തന്നെയാണുള്ളത്. ഈ മിനിറ്റുകളിൽ ഫെഡറൽ ബാങ്കും HDFC ബാങ്കും ഒക്കെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ പെർഫോമൻസിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താതെ ഒരു തടയിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ സെക്ടറൽ സൂചികകളിലേക്ക് വരുന്ന സമയത്ത് ബജറ്റ് വേളയിൽ ഒരു മിക്സഡ് പെർഫോമൻസ് ആയിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കൂടുതലും ഒരു ഇടിവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും ഓട്ടോ മേഖല 2.34% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഔട്ട് പെർഫോമൻസ് നടത്തുന്നത് റിയൽറ്റി മേഖലയാണ്. തീർച്ചയായിട്ടും ക്യാപെക്സ് പുഷ് അടിസ്ഥാന വികസന പദ്ധതികൾക്കടക്കം ഒരുപാട് മേഖലയിലേക്ക് റിയൽറ്റി മേഖലയിലടക്കം സ്വാധീനിക്കാനുള്ള ഒരു സാധ്യത ഇന്ന് 3% കൂടുതലുള്ള ഒരു മുന്നേറ്റം റിയൽറ്റി മേഖല രേഖപ്പെടുത്തുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നു. എടുത്തു പറയേണ്ടത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ FMCG മേഖലയാണ്. തീർച്ചയായിട്ടും 4% ഒരു ഔട്ട് പെർഫോമൻസിലേക്ക് FMCG സൂചിക കടന്നിരിക്കുന്നു. ലിസ്റ്റഡ് സ്പേസിലുള്ള എല്ലാ FMCG സൂചികകളിലും ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയെ സംബന്ധിച്ചിടത്തോളം ഒരല്പം നെഗറ്റീവിറ്റിയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം LPG സബ്സിഡി കുറച്ചതിനാലാണ് HPCL, BPCL, IOC തുടങ്ങിയ ഓഹരികൾ ഇന്ന് 5% വരെ ഇടിയാനുള്ള ഒരു കാരണമായിട്ട് പ്രത്യേകിച്ച് ബജറ്റ് ഒരു നെഗറ്റീവ് ട്രെൻഡ് ഉണ്ടാക്കിയിരിക്കുന്ന സെഗ്മെന്റുകളിൽ ഒന്നാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എന്നാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. ഹെൽത്ത് കെയർ, ഫാർമ മേഖലകളിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സെക്ടറുകൾ ഒരല്പം മുന്നേറ്റം രേഖപ്പെടുത്തുന്നു എന്ന് തന്നെ പറയാം. ഏതായാലും നിഫ്റ്റി ഹീറ്റ് മാപ്പ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു സമ്മിശ്രമായിട്ടുള്ള പ്രതികരണമാണ് ഹീറ്റ് മാപ്പിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതിൽ ആദ്യം തന്നെ ഹെൽത്ത് കെയർ മേഖല പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മാൻകൈൻഡ് ഫാർമ നേട്ടത്തിലാണ്. സിപ്ല ഒരല്പം ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ആസ്റ്റർ DMന്റെ ഓഹരികൾ 3.5% ഇടിവ് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മാക്സ് ഹെൽത്ത് കെയർ ഇന്നൊരു ഔട്ട് പെർഫോമൻസ് ആണ് നടത്തുന്നത്. 3.58% നേട്ടം ഈ മിനിറ്റുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ IT ആൻഡ് സോഫ്റ്റ്വെയർ സെഗ്മെന്റിൽ സെൻസർ ടെക് ഒരല്പം ലീഡ് ചെയ്യുന്നു. 8.91% മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു സെഗ്മെന്റ് CMS ഇൻഫോ സിസ്റ്റമാണ്. 5.5% ഇപ്പോഴും ഒരു ഔട്ട് പെർഫോമൻസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി നൈക്കയുടെ ഓഹരികളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4% കൂടുതലുള്ള ഒരു മുന്നേറ്റം നൈക്ക രേഖപ്പെടുത്തുന്നുണ്ട്. സിംഗ ലോജിസ്റ്റിക്സ് 4.72% നേട്ടം ഇപ്പോഴും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് സ്വിഗ്ഗിയാണ്. സ്വിഗ്ഗി ലിസ്റ്റ് ചെയ്ത് അധികമായിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ 8% കൂടുതലുള്ള ഒരു വലിയ മുന്നേറ്റത്തിലേക്കാണ് സ്വിഗ്ഗി ഓഹരികൾ കടന്നിരിക്കുന്നത്. പിയർ ഗ്രൂപ്പായിട്ടുള്ള സൊമാറ്റോയിലേക്ക് വരുന്ന സമയത്ത് നേട്ടം തന്നെയുണ്ട്. 6.65% കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മെയിൻ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ക്യാപിറ്റൽ ഗുഡ്സിലേക്ക് വരുന്ന സമയത്ത് ഇന്ന് KPI ഗ്രീനിന്റെ ഓഹരികൾ 5% ഒരു ഔട്ട് പെർഫോമൻസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഹാവൽസ് ഇന്ത്യ ഇന്ന് വളരെയധികം ഒരു ഔട്ട് പെർഫോമൻസ് ആണ്. 6.44% ഒരു മുന്നേറ്റം സ്റ്റോക്ക് ഇപ്പോഴും രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ക്യാപിറ്റൽ ഗുഡ്സ് മേഖലയിലേക്ക് വരുന്ന സമയത്ത് പൊതുവെ സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഫിനാൻസ് മേഖലയിലേക്ക് വരുന്ന സമയത്ത്
ഫൈവ് സ്റ്റാറിന്റെ ഓഹരികൾ ഇന്നൊരൽപ്പം ഇടിവ് രേഖപ്പെടുത്തുന്നു 5.58%. ഒപ്പം മോത്തിലാൽ ഓസ്വാൾ ഒരൽപ്പം ലീഡിംഗ് ആണ്, 3.34% ഒരു മുന്നേറ്റം. REC സംബന്ധിച്ചിടത്തോളം 3.08% ആണ് ഒരു ഇടിവ് എന്ന് പറയുന്നത്. JM ഫിനാൻഷ്യലിനെ സംബന്ധിച്ചിടത്തോളം നേട്ടത്തിലാണ്, 2.41%. ഇനി മെറ്റൽ ആൻഡ് മൈനിങ്ങിലേക്കും കൺസ്യൂമർ ഡ്യൂറബിളിലേക്കും വരുന്ന സമയത്ത് ബ്ലൂ സ്റ്റാർ കൺസ്യൂമർ ഡ്യൂറബിൾ സെഗ്മെന്റിൽ നിന്നും 9.48% ഒരു ഔട്ട് പെർഫോമൻസ് നടത്തുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. CG കൺസ്യൂമർ, വോൾട്ടാസ് തുടങ്ങിയ പിയർ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഇന്ന് നമുക്ക് മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ബഡ്ജറ്റിന് ശേഷം. ഇതിൽ വോൾട്ടാസിനെ സംബന്ധിച്ചിടത്തോളം 5% CG കൺസ്യൂമർ 5% മുകളിലേക്കുള്ള ഒരു ഔട്ട് പെർഫോമൻസ് ഈ മിനിറ്റുകളിലും ഉച്ചയ്ക്ക് ശേഷവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വേൾപൂളിലേക്ക് പോകുന്ന സമയത്ത് 4.84% ഒരു നേട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ JSW പവർ സെഗ്മെന്റിൽ നിന്നും 4.81% ഒരു ഇടിവ് രേഖപ്പെടുത്തുകയാണ് JSW എനർജിയുടെ ഓഹരികൾ. NHPC 2.64% ഒരു ഇടിവിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഒപ്പം ടാറ്റ പവറും ഇപ്പോൾ നേട്ടത്തിൽ തന്നെയാണുള്ളത്. അങ്ങനെ സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണം നമുക്ക് നിഫ്റ്റിയുടെ ഹീറ്റ് ഇൻഡെക്സിൽ നിന്ന് കാണാൻ സാധിക്കുമ്പോൾ എസ്പെഷ്യലി FMCG മേഖലയാണ് ഒരൽപ്പം ലീഡ് ചെയ്യുന്നത് എന്ന് തന്നെ കാണാം. അതിൽ ഇമാമി ലീഡിങ്ങിലാണ്, ജ്യോതി ലാബ്സ് ലീഡിങ്ങിലാണ്, വരുൺ ബിവറേജസ്, ഒപ്പം തന്നെ ഗോദ്രേജ് തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ തന്നെ FMCG സെഗ്മെന്റിൽ നിന്ന് ഒരൽപ്പം ലീഡ് നമുക്ക് ഈ മിനിറ്റുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഈ മിനിറ്റുകളിലെ ഒരു പെർഫോമൻസ് ചാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇടിവിൽ നിന്ന് നേട്ടത്തിലേക്ക് തിരിച്ചെത്തുന്ന നിഫ്റ്റി എന്ന് വേണം പറയാനായിട്ട്. 23,500 എന്നുള്ളൊരു മാർക്ക് തിരികെ പിടിച്ചിരിക്കുന്നു. റീഗെയിൻ ചെയ്തുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റിലേക്കാണോ നിഫ്റ്റി കുതിക്കുന്നത് എന്നുള്ളൊരു തലത്തിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ. 11 പോയിന്റുകളുടെ ഒരു നേട്ടം നിഫ്റ്റി 50യിലുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ പക്ഷേ ഇപ്പോഴും ഒരു നെഗറ്റിവിറ്റി തന്നെയാണുള്ളത്. ഫിൻ നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വകയിരുത്തലുകൾ വന്നിട്ടുള്ള സെഗ്മെന്റിലെ ഓഹരികൾ നയിക്കുന്ന ഒരു മാർക്കറ്റ്, എസ്പെഷ്യലി FMCG സൂചിക ഒരൽപ്പം ലീഡ് ചെയ്ത് നിൽക്കുന്നു എന്ന് തന്നെ പറയാം. ITCയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 4.32% ഒരു മുന്നേറ്റമുണ്ട്. ITCയുടെ ഹോട്ടൽ ബിസിനസ്സിലും ITC ഹോട്ടൽസിലും ഇന്ന് ഡീമർജറിന് ശേഷം നമുക്ക് വലിയൊരു മുന്നേറ്റം തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. കഴിഞ്ഞ കുറേ കോൺസെക്യൂട്ടീവ് സെഷനുകളിലെ ഇടിവിന് ശേഷം ഒരു കംബാക്ക് ആണ് ഇന്ന് ITC ഹോട്ടൽസിന്റെ ഓഹരികളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50യെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഡിമാർട്ട് 8% ഒരു മൂവ്മെന്റ് രേഖപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. സൊമാറ്റോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 6% കൂടുതലുള്ള ഒരു മൂവ്മെന്റ് രേഖപ്പെടുത്തുന്നു. ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, വരുൺ ബിവറേജസ്, ഹാവൽസ് ഇന്ത്യ തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് കാണാം. ABB ആണ് 5.5% കൂടുതൽ ഇടിഞ്ഞിരിക്കുന്ന ഒരു നെക്സ്റ്റ് 50 സ്റ്റോക്ക്. JSW എനർജി ഇടിവിലാണ്. സീമെൻസ് വലിയ ഇടിവ് രേഖപ്പെടുത്തുന്ന സ്റ്റോക്കുകളിലെ ഇടിവ് ഈ സെഗ്മെന്റിൽ നിന്നും 3.5% മുതൽ ഏതാണ്ട് 5% മുകളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തന്നെ പറയാം. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇടിവിൽ നിന്നും ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. 14 പോയിന്റുകളുടെ ഒരു മുന്നേറ്റത്തിൽ നിഫ്റ്റി 50 23,500 എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള ലെവൽ റീഗെയിൻ ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഇതൊക്കെയാണ് ഈ മിനിറ്റുകളിലെ പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ബഡ്ജറ്റ് ട്രേഡേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് എന്നതിന്റെ വിശേഷങ്ങളുമായിട്ട് ആനന്ദും ടീമും നിങ്ങളോടൊപ്പം ചേരുന്നതാണ്. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. താങ്ക് യു ജാസ്മിനാണ് നമുക്ക് അപ്ഡേറ്റ്സുകൾ തന്നത്. നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻലി ബജറ്റിൻ്റെ ഒരു ന്യൂസ് പെർസ്പെക്റ്റീവിലൂടെ കാണാതെ ഒരു ടെക്നിക്കൽ പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ ഈ ഒരു സെഷനിൽ കാണാൻ പോകുന്നു. നമുക്ക് 3 ഗസ്റ്റുകളാണ് മെയിൻലി ഉള്ളത്. ട്രേഡ് ടോക്സിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO മിസ്റ്റർ സുനിൽ മത്തായി, ഇൻഹൗസ് റിസർച്ച് ഹെഡ് പ്രദീപ് ചന്ദ്രശേഖരൻ, DBFSൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോൾ തോമസ്. ഇവർ 3 പേരാണ് നമുക്ക് ഇന്ന് ഗസ്റ്റുകളായിട്ടുള്ളത്. ഫസ്റ്റ് സുനിൽ മത്തായി. സർ, വെൽക്കം ടു ദ ഷോ. Yes, good afternoon. Yes, good afternoon, sir. Sir, നമ്മൾ ഇന്ന് നിഫ്റ്റിനെ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഒരു 2 ഇയർ നിഫ്റ്റിയെ നമ്മൾ ടെക്നിക്കലി നോക്കുമ്പോൾ വളരെ ഒരു നിഫ്റ്റിയുടെ ഒരു റേഞ്ച് തന്നെ നോക്കുകയാണെങ്കിൽ വളരെ ഹൈലി വോളറ്റൈൽ സെഷനാണ് നമ്മൾ കഴിഞ്ഞ 2 ബജറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഈ ഒരു ബജറ്റിൽ അത്രത്തോളം ഒരു വോളറ്റാലിറ്റി ഉണ്ടായിരുന്നില്ല. ബജറ്റിൻ്റെ ഒരു ഫസ്റ്റ് സെഷൻ നല്ല പോസിറ്റീവ് ടോൺ തന്ന നിഫ്റ്റി ബജറ്റ് തുടങ്ങിയ ശേഷമാണ് ഒരു ഇടിവ് നേരിട്ടത്. സോ ബജറ്റിന്റെ ഒരു വ്യൂ എങ്ങനെയാണ് സാർ എക്സ്പെക്ട് ചെയ്യുന്നത്?
ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ പ്രതീക്ഷിച്ചിരുന്നു. സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഞാൻ റീറ്റെയിൽ വ്യൂ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെ മാർക്കറ്റിൽ കണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് പ്രീ ബഡ്ജറ്റ് റാലി തന്നെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് കിട്ടിയത്. ഇന്നലെ ഇത് നോക്കിയിട്ട് മാർക്കറ്റിൽ രാവിലെ തന്നെ ബുള്ളിഷ് ആവാനുള്ള ഫസ്റ്റ് റീസൺ അത് റീറ്റെയിൽ ബൈ വളരെ അധികമായിട്ട് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഗവൺമെന്റ് ബഡ്ജറ്റുമായിട്ട് വന്ന നിർമ്മലാജി ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇനിഷ്യലി ഒന്നുമില്ല, ബഡ്ജറ്റിൽ സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ്. അതിന്റെ റെസ്പോൺസ് ആണ് നമ്മൾ ഫസ്റ്റ് റൗണ്ടിലെ ആ ഒരു ക്രാഷ് കണ്ടത്. കേൾക്കാലോ അല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. ആഫ്റ്റർ ദാറ്റ് ആ 12 lakh വരെയുള്ള ആ ഒരു സ്ലാബ് പ്രഖ്യാപനം ഒരു വലിയൊരു ചേഞ്ച് തന്നെയാണ് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നത്. പല സെക്ടേഴ്സിലും ഒരു ആക്ച്വലി ഒരു പോസിറ്റീവ് റീസൺ ആണത്. പ്ലസ് ടൂറിസം സെക്ടറും വലിയൊരു റിക്കവറി കാണുന്നില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര സർപ്രൈസ്. ഫിനാൻസിൽ ഒരു വലിയ നെഗറ്റിവിറ്റി ഉണ്ട്. നാട്ടിൽ നിന്നെല്ലാം മൈക്രോ ഫിനാൻസിനും തിരിച്ചു വരാനുള്ള ഒരു പ്രഖ്യാപനമാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു 12 ലക്ഷം രൂപ ഒരു വർഷം ഇൻകം വരുത്തുന്ന ഒരാൾക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ 2 ലക്ഷം രൂപ അധികം മാർക്കറ്റിലോട്ട് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാനുള്ളൊരു വിഹിതമാണ് എക്സ്ട്രാ കിട്ടാൻ പോകുന്നത്. ഇതേ ഉറപ്പാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പോകുന്ന FMCG സെക്ടേഴ്സ് തന്നെയാണ്. അതാണ് നമ്മൾ സൊമാറ്റോയിലും അതുപോലെ തന്നെ ഡിമാർട്ടിലും ഒക്കെ കാണുന്നത്. അതുപോലെ കാണേണ്ട ഒരു സെക്ടർ ആൽക്കഹോൾ സെക്ടറാണ്. ആൽക്കഹോൾ സെക്ടറിലും നമുക്ക് ഒരു ബുള്ളിഷ്നെസ് കാണാനായിട്ട് പറ്റും. പ്ലസ് ഓട്ടോ 2%. നമ്മൾ നിഫ്റ്റിയിലെ ടെക്നിക്കൽ അനാലിസിസിലോട്ട് നോക്കുകയാണെങ്കിൽ ഞാനൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി ക്രാഷ് എക്സ്പെക്ട് ചെയ്ത ദിവസമാണ്. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒന്നും ഇല്ല എങ്കിൽ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഇല്ല എങ്കിൽ ഒരു 1000 points വരെയൊക്കെ ഒരു ക്രാഷ് ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു മാർക്കറ്റായിരുന്നു. എന്നാൽ കൃത്യമായിട്ട് ഗവൺമെന്റ് ഒരു സപ്പോർട്ട് കൊടുക്കുകയും മാർക്കറ്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് പിടിച്ചു നിർത്തുകയും ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ഇത്രയും വലിയൊരു മൂവ്മെന്റ് വന്നൊരു മാർക്കറ്റിൽ നമുക്ക് എന്തായാലും ഷോർട്ട് പൊസിഷൻ പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ മാർക്കറ്റിന്റെ ബീറിഷ്നെസ് ഫുള്ളായിട്ട് മാറി എന്ന് ഞാൻ പറയുന്നില്ല. കംപ്ലീറ്റ്ലി FIS സെല് ചെയ്യുന്ന ഒരു മാർക്കറ്റിൽ കൂടുതൽ ഫണ്ട് ഫ്ലോ ഉണ്ടാക്കാനായിട്ട് ഗവൺമെന്റിന് ഈ പ്രഖ്യാപനം കൊണ്ട് സാധിക്കും എന്നാണ് ഞാൻ പേഴ്സണലി ഒപ്പീനിയൻ ചെയ്യുന്നത്. ഇതുകൊണ്ട് കൂടുതൽ ഫണ്ട് ഫ്ലോ മ്യൂച്വൽ ഫണ്ടുകൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്, ബാങ്ക് ഡെപ്പോസിറ്റുകൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്, ഫണ്ട് മാനേജ്മെന്റ് സെക്ടേഴ്സിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ സെക്ടറിലും ഒരു വലിയൊരു ഗ്രോത്തും ഒരു ബൂസ്റ്റും ഇതുകൊണ്ട് ഉണ്ടാക്കും. ഗവൺമെന്റ് തന്നെ പറയുന്നത് അപ് ടു 10% GDP ഗ്രോത്ത് ആണ് എന്താണ് മാർക്കറ്റിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു ബീറിഷ്നെസ് മാർക്കറ്റിൽ തുടച്ചു മാച്ച് കളഞ്ഞു. ഒരു പുതിയ ബുള്ളിഷ്നെസ് ഇതുകൊണ്ട് ഉണ്ടാകുമോ എന്നുള്ളത് അടുത്ത 2-3 ദിവസത്തിൽ നമുക്ക് നിഫ്റ്റിയിൽ കാണാനായിട്ട് പറ്റും. എന്നാൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില സെക്ടേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ FMCG, ഓട്ടോ, അതുപോലെ തന്നെ ടൂറിസം സെക്ടറിലൊക്കെ നമുക്ക് ബുള്ളിഷ്നെസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയും കൂടി നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനിൽ പ്രീമിയത്തിൽ നല്ല രീതിക്കുള്ള സ്പൈക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, മിസ്റ്റർ സുനിൽ മത്തായി. അതുപോലെ തന്നെ പ്രീമിയത്തിൽ ഓൾമോസ്റ്റ് ഒരു 300 to 400 പോയിൻറ്റ്സിൻ്റെ ഇടിവ് കോളിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ട്. റിക്കവറി, അതായത് ബാങ്ക് നിഫ്റ്റിയുടെ അവസാന മണിക്കൂറിൽ റിക്കവറി വന്നിട്ട് കൂടി നമുക്ക് പ്രീമിയത്തിൽ നല്ല രീതിക്കുള്ള സ്പൈക്കും നല്ല രീതിക്കുള്ള ഒരു ഇറോഷനും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് ആ ഒരു ബെയറിഷ് ട്രെൻഡ് മാറി ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് ആയോ എന്നുള്ള എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? ബാങ്ക് നിഫ്റ്റി ഓൾറെഡി നല്ല വാല്യൂഷനിൽ തന്നെ ആയിരുന്നു. നമുക്കറിയാം കുറെ നാളുകളായിട്ട് തന്നെ ബാങ്കിങ് ഭയങ്കര ബെസ്റ്റ് വാല്യൂഷനിലാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു പോസിറ്റീവ് ട്രിഗർ വന്നാൽ ബാങ്കിൽ നല്ലൊരു ബുള്ളിഷ്നെസ് വരാൻ സാധ്യത ഉണ്ടായിരുന്നു. ഓൾറെഡി 2 days മുമ്പ് 1.5 ലക്ഷം രൂപയുടെ ലിക്വിഡിറ്റി പമ്പ് ചെയ്യുന്നു. ഇന്ന് ഇത്രയും വലിയൊരു അനൗൺസ്മെന്റും കൂടി വന്നപ്പോൾ ബാങ്കുകൾ ഫേസ് ചെയ്യുന്ന കുറെ ഇഷ്യൂസിന്റെ ഒരു സൊല്യൂഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ പ്രീമിയം കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലത്തെ പ്രീമിയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇന്നലെ നിഫ്റ്റി 1% അപ്പായിട്ട് പോലും കോൾ സൈഡിൽ വലിയ കാര്യമായിട്ടുള്ള പ്രീമിയം കയറാതെ പുട്ട് സൈഡിൽ 1/3 ആയിട്ട് പ്രീമിയം കുറയുകയും ചെയ്തു. അതൊരു ഇവന്റ് 2 ഇവന്റ് ഉള്ള ഒരാഴ്ചയാണ്, ഒരു ദിവസം ട്രേഡിംഗ് ഡേ കൂടുതലുള്ള ഒരാഴ്ചയാണ്. എന്നിട്ട് കൂടി പ്രീമിയം അതിന്റെ ഒരു ബിഹേവിയർ ഇന്നലെ കാണിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ഓപ്ഷൻ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റാണ്. അല്ലെങ്കിൽ മാർക്കറ്റിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവില്ല എന്ന് ബിഗ് പ്ലേയേഴ്സ് ഓൾറെഡി മനസ്സിലാക്കി കൂടുതൽ സെൽ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തായിരിക്കാം.
ഇന്ന് മാർക്കറ്റിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ബാങ്കിൽ കോൾ സൈഡിലും പുട്ട് സൈഡിലും നമുക്ക് പ്രീമിയം ഡീക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിഫ്റ്റിയിലോട്ട് നോക്കിയാലും നമുക്ക് പ്രീമിയത്തിൻ്റെതായ ഒരു എക്സ്ട്രോർഡിനറി പ്രീമിയം മൂവ്മെന്റ്സ് എങ്ങും കാണുന്നില്ല. ആ ഒരു സമയത്തുണ്ടായ പ്രീമിയം മൂവ്മെന്റ് അല്ലാതെ നിഫ്റ്റിയിലോട്ട് നോക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ നമ്മൾ 20%, പുട്ട് സൈഡിൽ നമ്മൾ 10% ഡീക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഒരു സെല്ലേഴ്സ് അനുകൂലമായിട്ടുള്ള ഒരു മാർക്കറ്റാണ്. എന്നാൽ ഇന്നലെ തന്നെ ആ ഒരു പ്രീമിയം ഡീക്കെ മാർക്കറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയില്ലേ മാർക്കറ്റ് ഇന്റലിജൻസ് ആണെന്ന്. അപ്പോൾ മാർക്കറ്റ് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്തിരുന്നു. ആ ഒരു എക്സ്പെക്ടേഷൻ മാർക്കറ്റിന് കിട്ടി. അതുകൊണ്ടാണ് ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ഇപ്പോൾ മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, താങ്കൾക്ക് തിരിച്ചു വരാം. പ്രദീപ് സർ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു ഓപ്പണിങ്ങിൻ്റെ ഒരു സെയിം ലെവലിൽ തന്നെ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. സോ നിഫ്റ്റിയിൽ താങ്കൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ ലോങ് ടേം ട്രെൻഡിൽ ഒരു മാറ്റമില്ല. നിഫ്റ്റി 50ക്ക് ഇനിയും ഒത്തിരി വർക്ക് ചെയ്യാനുണ്ട്. ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ നിഫ്റ്റി 50 24,280 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ പോകുന്നില്ല. എങ്കിൽ പോലും ഇപ്പോൾ സുനിൽ പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റി ഓട്ടോ മേഖല, FMCG മേഖലയിലൊക്കെ നമുക്ക് ഓൾറെഡി ഒരു ട്രെൻഡ് റിവേഴ്സൽ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വി ക്യാൻ വെയിറ്റ് ആൻഡ് സീ വെദർ നിഫ്റ്റി 50യിലും അതിന്റെ ഒരു ഇഫക്റ്റ് എത്രത്തോളം മതി വരണം. യെസ് സർ. സോ അതായത് നിഫ്റ്റി ഇൻഡെക്സിലെ ആ ഒരു മൂവ്മെൻറ്റ് ആക്ച്വലി ഇൻവെസ്റ്റേഴ്സിനെ അങ്ങനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് കാണാൻ കഴിഞ്ഞില്ല. ആൻഡ് നിഫ്റ്റിയിൽ ഒരു ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഏറ്റവും ഗെയിൻ ചെയ്ത് നിൽക്കുന്ന ട്രെൻഡ്, മാരുതി സുസുക്കി, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ആൻഡ് ITC, ഈ 4 ഓഹരികളാണ് ഏറ്റവും ഗെയിൻ ചെയ്ത് നിൽക്കുന്ന ഓഹരികൾ എന്ന് പറയുന്നത്. സോ ട്രെൻഡിൽ ഓൾമോസ്റ്റ് 7.74% വളരെ സ്ട്രോങ് ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് ട്രെൻഡിലുള്ളത്. സോ ട്രെൻഡിൽ ഇനി മുന്നോട്ടേക്ക് സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് ട്രെൻഡ് സ്റ്റോക്കിൽ? ആനന്ദ്, നമ്മളെ ട്രെൻഡ് ഇന്നത്തെ ഒരു മൂവ്മെന്റ് മാത്രം വെച്ചിട്ട് നമുക്ക് ഒന്നും പറയാൻ സാധിക്കത്തില്ല. ട്രെൻഡിന്റെ കേസിൽ നമ്മൾ ഓർക്കേണ്ടത് ട്രെൻഡ് ഒക്ടോബർ മാസത്തിലായിരുന്നു അതിന്റെ ഒരു പീക്ക് ലെവലിൽ നടന്നത്. അതിനുശേഷം ട്രെൻഡിലെ കഴിഞ്ഞ 3-4 മാസമായിട്ട് വി ആർ സീയിങ് കണ്ടിന്യൂസ് സെല്ലിംഗ്. ആൻഡ് കഴിഞ്ഞ ആഴ്ച അതൊരു 5,300 ലെവൽ വരെ ട്രെൻഡ് ഇടിഞ്ഞിരുന്നു. സോ ഇന്നത്തെ റിക്കവറി അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വെറും ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ട്രെൻഡിൽ നമുക്ക് തിരിച്ചൊരു ബുള്ളിഷ് മോഡിലോട്ട് പോകണമെങ്കിൽ 6,400-6,700 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് ഇറ്റ്, ബട്ട് ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ. സർ, അപ്പം ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് ഒരു 1000 പോയിൻറ്റിൻ്റെ വളരെ ഒരു ഹ്യൂജ് റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് മാർക്കറ്റ് അവസാനിക്കാൻ ക്ലോസിങ്ങിലേക്ക് വരുമ്പോൾ തോറും ബാങ്ക് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് നോട്ടിൽ ക്ലോസ് ചെയ്യാനാണ് പോസിബിലിറ്റി കണ്ടുവരുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ബജറ്റിനോടനുബന്ധിച്ച് സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് മുന്നോട്ടേക്കുള്ളത്? ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് നമുക്ക് ഒരു സർപ്രൈസസും ഇല്ല. ബാങ്ക് നിഫ്റ്റിയുടെ കേസിലും ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുകയായിരുന്നു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ 51,300 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ പോകുന്നില്ല. ഇന്നത്തെ ഒരു ട്രേഡിംഗ് പാറ്റേണിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്കിപ്പോൾ ഒരു സൂചനയും ലഭിക്കുന്നില്ല. യെസ് സർ. സർ, ബാങ്കിങ് സ്റ്റോക്സിൽ തന്നെ നിലവിൽ ഏറ്റവും ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്, ഫോളോഡ് ബൈ ഫെഡറൽ ബാങ്ക് ആൻഡ് HDFC ബാങ്ക്. ഹെവി വെയ്റ്റ്സിൽ ഒക്കെ ഒരു സെല്ലിംഗ് ഉണ്ട്. ആൻഡ് ആക്സിസ് ബാങ്ക്, ഇൻഡസ് ബാങ്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇൻഡസ് ബാങ്കിൽ അറൗണ്ട് 2.41%, ആക്സിസ് ബാങ്കിൽ അറൗണ്ട് 1.28% ഒരു മൂവ്മെൻറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു മിക്സഡ് പെർഫോമൻസ് ആണ് നിലവിൽ ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. സോ HDFC ബാങ്ക് ആൻഡ് IDFC ബാങ്ക്, നമുക്ക് ഫസ്റ്റ്ലി HDFC ബാങ്ക്. സോ HDFC ബാങ്കിൽ ഇനി മുന്നോട്ടേക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? HDFC ബാങ്കിന്റെ ഒക്കെ കേസ് എടുക്കുമ്പോഴേക്കും HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, കോട്ടക് ബാങ്ക്, എനി ഹെവി വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ എക്സെപ്റ്റ് മേ ബി കോട്ടക് ബാങ്ക്, എല്ലാത്തിലും ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നത്. HDFC ബാങ്കിന്റെ കേസിൽ മാത്രം നമുക്ക് കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ ഒരു ഷോർട്ട് കവറിംഗ് ഓൾറെഡി നമ്മൾ കണ്ടിരുന്നു. ബട്ട് HDFC ബാങ്കിന്റെ കേസിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 1,770 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആൻഡ് അഗെയിൻ മറ്റ് പല സ്റ്റോക്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ HDFC ബാങ്കിന് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. യെസ് സർ. ഞാൻ DBFS ബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ പോൾ തോമസ്. വെൽക്കം ടു ദ ഷോ സർ.
So, Mr. Paul Thomas, am I audible to you? ഓക്കെ സർ. സർ, നിഫ്റ്റി നമുക്ക് ഇൻഡെക്സിലേക്ക് കിടക്കാം. നിലവിൽ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റിഷ് നോഡിലാണ് നിലവിൽ നിഫ്റ്റിയിൽ ട്രേഡിംഗ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ബജറ്റിൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നിഫ്റ്റിയിൽ താങ്കൾ എക്സ്പെക്ട് ചെയ്തൊരു മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ടോ? ബഡ്ജറ്റ് കാര്യമായിട്ടുള്ള ഒരു പ്രതിഭാസം അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബഡ്ജറ്റിന് മുമ്പ് മാർക്കറ്റ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇനിയും കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഇന്നിപ്പോൾ കുറച്ച് സ്റ്റോക്സ് കയറിയിട്ടും ഇറങ്ങിയിട്ടും ഒക്കെ ഉണ്ട്. അത് ബഡ്ജറ്റിന്റെ ആ ഒരു ദിവസത്തെ കയറ്റിറക്കങ്ങൾ നമ്മൾ മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ബഡ്ജറ്റ് തന്നെ സ്റ്റഡി ചെയ്ത് വരണമെങ്കിൽ 2 ദിവസം എന്തായാലും പിടിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ബഡ്ജറ്റിന്റെ റിയൽ ആയിട്ടുള്ള സ്റ്റോക്ക് വൈസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ FMCG സ്റ്റോക്സിലൊക്കെ ഒരു ചെറിയ പോസിറ്റീവ് മൂവ്മെന്റ് കാണുന്നുണ്ട്. അത് പ്രധാനമായിട്ടും പേഴ്സണൽ ഇൻകം ടാക്സിലൊക്കെ കുറെ എക്സംഷൻസ് കൂട്ടിയതുകൊണ്ട് ഡെഫിനറ്റായിട്ടും ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം വരും. അപ്പോൾ നോർമലി FMCG പോലെയുള്ള കമ്പനികളിൽ അത് കൂടുതലായിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കും എന്നുള്ളൊരു ചിന്താഗതി, അതൊക്കെ ഒരു എന്താ പറയുക, ഇന്നത്തെ ദിവസത്തെ ഒരു ടില്ലിങ് മൂവ്മെന്റ് ഒക്കെയാണ്. ഇനിയും കൂടുതലായിട്ട് സ്റ്റഡി ചെയ്ത് അതിൽ ഇൻഡിവിജ്വൽ ഗ്രൂപ്പിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും. ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റോക്സ് ഒക്കെ ഒന്നും പ്രതീക്ഷിച്ച പോലെ റെയിൽവേ സ്റ്റോക്സിനൊന്നും കിട്ടിയില്ല എന്നൊരു തോന്നലാണ്. ആ സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല സെല്ലിങ്ങിലാണ് നിൽക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയുടെ സപ്പോർട്ടുകളും റെസിസ്റ്റൻസും പണ്ട് നമ്മൾ നിന്നിരുന്ന പോലെ തന്നെ ആണ് മുന്നോട്ട് പോകാൻ സാധ്യത. ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 അല്ലെങ്കിൽ 1100 പോയിന്റിന്റെ മൂവ്മെന്റ് ആയിരിക്കും, ഉള്ളിലുള്ള മൂവ്മെന്റ് ആയിരിക്കും. അതായത് 22,750 23,750 ഇടയിലുള്ള ഒരു മൂവ്മെന്റ് തന്നെ ആയിരിക്കും വരുന്ന ദിവസങ്ങളിലും നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. മാർക്കറ്റ് ഒരു കഴിഞ്ഞ 2-3 ദിവസം ഒരു ചെറിയൊരു പ്രീ ബഡ്ജറ്റ് റാലി നമുക്ക് കിട്ടി, കുറച്ച് ഷോർട്ട് കവറിങ്ങുകളൊക്കെ നടന്നു. പക്ഷെ ഈ കയറ്റം എനിക്ക് തോന്നുന്നില്ല കണ്ടിന്യൂ ഒരു 750 മുകളിലേക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയില്ല. 23,750 മുകളിലേക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. വീണ്ടും മാർക്കറ്റിൽ സെല്ലിങ് വന്ന് നേരത്തെ വന്ന ലോയിലേക്ക് തന്നെ വരാം. 23,850 ആണ്, 857 എന്തോന്ന് നേരത്തെ വന്നല്ലോ. ഏകദേശം ആ ലെവലിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതയാണ് പോകുന്നത്. യെസ് താങ്ക് യു സർ. മിസ്റ്റർ സുനിൽ മത്തായി, ബജറ്റിൽ എക്സ്പെക്ട് ചെയ്ത പോലത്തുള്ള അലോക്കേഷൻസ് പ്രത്യേകിച്ച് സെക്ടേഴ്സിൽ ആൻഡ് എക്സ്പെക്ട് ചെയ്തുള്ള മൂവ്മെൻറ്റ് സെക്ടേഴ്സിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു. ഞാൻ ബഡ്ജറ്റിന് മുമ്പ് ഒരു വലിയ ക്രാഷ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഈ ബഡ്ജറ്റിലോട്ട് വന്നത്. പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു സ്പെഷ്യലായിട്ട് ഒന്നും തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അങ്ങനെ എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് ഉണ്ടാകും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ആ ഒരു സ്പെഷ്യൽ ഒരു റേറ്റ് ഇൻകം ടാക്സിന്റെ ഒരു 12 lakhs എന്ന് പറയുന്ന ഒരു സ്ലാബ് ഉണ്ടെന്ന് വെച്ച് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു 24,000 മുകളിൽ മാർക്കറ്റ് ഒരു സ്ട്രോങ് ക്ലോസിംഗ് തന്നാൽ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി എന്ന് നമുക്കൊരു വ്യൂലോട്ട് പോകാൻ പറ്റുള്ളൂ. അലോക്കേഷൻ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഡിഫൻസ് സെക്ടറിൽ അത്യാവശ്യം അലോക്കേഷൻ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എന്നെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്നത് ബാങ്കിങ് സെക്ടറാണ്. ഈ ഒരു 12 lakhs എന്ന് പറയുന്ന ഒരു സ്ലാബ് ആക്ച്വലി FMCGനെയും ബാങ്കിനെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷെ ബാങ്കിങ് സെക്ടറിൽ അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ്നെസ് കാണിക്കുന്നില്ല, ചാർട്ടിൽ കാണിക്കുന്നില്ല. അപ്പൊ അത് ആക്ച്വലി എന്നെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ബാങ്കിങ് സെക്ടറിൽ ഇത്തരത്തിലുള്ള നെഗറ്റിവിറ്റി ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വാല്യുവേഷൻ കറക്റ്റ് ആണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ കാണാത്ത മറ്റെന്തെങ്കിലും റീസൺസ് ബാങ്കിങ് സെക്ടറിൽ ഒളിപ്പിച്ച് കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു ഫിയർ എനിക്കുണ്ട്. അലോക്കേഷനേക്കാൾ കൂടുതൽ എന്നെ ഫിയർ അടിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. ബാങ്കിങ് സെക്ടർ എന്തുകൊണ്ട് ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. യെസ്, അതൊരു വളരെ വലിയൊരു വാലിഡ് പോയിൻ്റാണ്. ടാക്സ് സ്ലാബിൽ ഇത്രത്തോളം എക്സംഷൻസ് കൊണ്ടുവന്നിട്ട് ബാങ്കിങ് സെക്ടർ വലിയ മൂവ്മെൻ്റ് ഇല്ല. സോ പ്രദീപ് സർ ഇപ്പം സുൽമത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ടാക്സിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ബാങ്ക് സെക്ടറിൽ ഒരിക്കലും കാണാൻ കഴിയുന്നില്ല. സോ അതിൻ്റെ എന്തെങ്കിലും പ്രത്യേകിച്ച് റീസൺസോ കാരണങ്ങളോ ഉണ്ടെന്ന് താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? നത്തിങ് സ്പെസിഫിക്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് വി ഹാവ് ടു ഗോ വിത്ത് ദ ഫ്ലോ. സോ ഇപ്പം നമുക്ക് ഫ്ലോ കാണാൻ സാധിക്കുന്ന ഇറ്റ് ഈസ് ഇൻ ദ റിയാലിറ്റി സെക്ടർ, ഓട്ടോ സെക്ടർ, FMCG സെക്ടർ.
നമ്മൾ ബാങ്കിങ് മേഖലയിൽ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റെസിസ്റ്റൻസ് ലെവൽസ് ഐഡന്റിഫൈ ചെയ്യുക. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ട്രെൻഡ് റിവേഴ്സൽ നടക്കുന്ന സമയത്ത് വി ക്യാൻ ലുക്ക് ഫോർ ഇനീഷ്യേറ്റിംഗ് ലോങ് പൊസിഷൻസ്. ഇതിലിപ്പോൾ ബാങ്കിങ് മേഖലയെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് എടുത്തു പറയാനുള്ള 2 സ്റ്റോക്സ്. ആദ്യത്തെ ഇൻഡസിൻ ബാങ്ക് ഇന്നലെ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് 39% fall in പ്രോഫിറ്റ് ആയിരുന്നു അനൗൺസ് ചെയ്തത്. ബട്ട് ഇന്നത്തെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസിൻ ബാങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 2.5% നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. ഇൻഡസിൻ ബാങ്കിന്റെ കേസിൽ ഐ തിങ്ക് ദർ വിൽ ബി എ ട്രെൻഡ് റിവേഴ്സൽ ഇൻ സ്പൈറ്റ് ഓഫ് എ ബാഡ് ക്വാർട്ടർലി റിസൾട്ട്. മറ്റൊരു ബാങ്ക് വിച്ച് ഹാസ് ഓൾറെഡി റിവേഴ്സ് ദ ട്രെൻഡ് ഇസ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 26 രൂപ 50 പൈസ. അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു സീ എ ബിഗ് അപ്വേർഡ് മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക്. യെസ് സർ. സർ, അവിടെ റിയാലിറ്റി ആൻഡ് FMCGനെ പറ്റി സൂചിപ്പിച്ചായിരുന്നു. FMCG നിലവിൽ ഏകദേശം 3.61% ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് FMCGയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് റിയാലിറ്റിയിൽ ഓൾമോസ്റ്റ് 3.22%. ആൻഡ് FMCG തന്നെ ഏറ്റവും അധികം ഗെയിൻ ചെയ്ത ഒരു വളരെ പവർഫുൾ മൂവ്മെൻറ്റ് തന്നേക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് റാഡിക്കോ ആണ്. ഓൾമോസ്റ്റ് 8.89% മൂവ്മെൻറ്റ്. ആൻഡ് ഒരു ചെറിയൊരു ഇടിവാണെങ്കിലും ബൽറാംപൂർ ചിനി മിൽസ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ് ഒരു ഇടിവ് നേരിട്ടേക്കുന്നത്. സോ റാഡിക്കോ, ഗോദ്രേജ് കൺസ്യൂമർ, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, അതിൽ ഗോദ്രേജ് കൺസ്യൂമേഴ്സ് ഓൾമോസ്റ്റ് 6.6% മൂവ്മെൻറ്റ് ഗോദ്രേജ് കൺസ്യൂമേഴ്സ് തന്നിട്ടുണ്ട്. ആൻഡ് സോ ഗോദ്രേജ് കൺസ്യൂമേഴ്സിന് മുന്നോട്ടേക്ക് സാധനം ടേക്ക് എന്താണ്? ഗോദ്രേജ് കൺസ്യൂമറിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് കറന്റ് ലെവൽസിൽ നമുക്ക് വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു എൻട്രി അവസരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ 1090 രൂപയിൽ നമുക്ക് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 1280, അതിനുശേഷം 1330 ആയിരിക്കും. യെസ് സർ. അപ്പം മറ്റൊരു FMCG സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഡാബറിൽ ഓൾമോസ്റ്റ് 2.86% മൂവ്മെൻറ്റ് ഡാബർ തന്നിട്ടുണ്ട്. ആൻഡ് നിലവിൽ 545 രൂപീസിനാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഡാബറിൽ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഡാബറിന്റെ കേസിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഡാബർ നവംബർ മാസത്തിന് ശേഷം ഇറ്റ് ഇസ് ട്രെൻഡിങ് സൈഡ് വേസ്. ഇതിന്റെ മേജർ റെസിസ്റ്റൻസ് ആദ്യം ഫേസ് ചെയ്യാൻ പോകുന്ന 575 രൂപയിലായിരിക്കും. ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരെ നമുക്കിത് റൈഡ് ചെയ്യാം. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. യെസ് സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിസ്റ്റർ പോൾ തോമസിനോടാണ്. നിലവിൽ FMCG, റിയാലിറ്റി, ഓട്ടോ സെക്ടർ ഈ 3 മേഖലയ്ക്കും അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് നിലവിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓട്ടോ സെക്ടർ ആണെങ്കിൽ 2%, റിയാലിറ്റി ആണെങ്കിൽ 3%, ആൻഡ് FMCG ആണെങ്കിൽ ഓൾമോസ്റ്റ് 3.78%. സോ ആ ഒരു മുന്നേറ്റം താങ്കൾ എക്സ്പെക്ട് ചെയ്തിരുന്നോ? മുന്നേറ്റം എക്സ്പെക്ട് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബഡ്ജറ്റിലുള്ള മുന്നേറ്റങ്ങൾ തീർച്ചയായും ബഡ്ജറ്റിൽ വരുന്ന ഔട്ട്കമിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് നേരത്തെ നമുക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വരാൻ സാധിക്കത്തില്ല. പക്ഷെ FMCGയെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ FMCGക്ക് കുറച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻകം ടാക്സ് എക്സംപ്ഷൻ കൂട്ടിയതും കാര്യങ്ങളും. ഡെഫിനറ്റായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പം ഡെഫിനറ്റായി FMCG സ്റ്റോക്സ് കയറും. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ്. ഓട്ടോമൊബൈലിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇലക്ട്രിക് വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കുറച്ചും കൂടി അവർക്ക് ടാക്സുകളും ചില പ്രോഡക്ട്സിൽ ടാക്സ് കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലും ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് MNM പോലെയുള്ള കമ്പനികളൊക്കെ നല്ല രീതിയിൽ അവരെ മുന്നോട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ തന്നെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ് സർ. സോ ഈ ഒരു ഡിപ്പ് അല്ലെങ്കിൽ ഈ ഒരു കറക്ഷൻ നമുക്ക് ആക്ച്വലി ഒരു പുതിയ ഇൻവെസ്റ്റ്മെന്റിനുള്ള ഡോർ തുറന്നു തന്നേക്കാണ് ഈ ഒരു ബജറ്റ് എന്ന് പറയുന്നത്. ടാക്സ് ലാബ് മാറ്റങ്ങളുണ്ട്. തീർച്ചയായും ബഡ്ജറ്റ് അത് ഞാൻ നേരത്തെ പറഞ്ഞു. ബഡ്ജറ്റിനെ സംബന്ധിച്ചോളം നമ്മൾ സ്റ്റഡി ചെയ്ത് വരുമ്പോൾ അനലിസ്റ്റുകൾ ആണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും അവർ സ്റ്റഡി ചെയ്ത് വരുമ്പോൾ എങ്ങനെയായാലും 2 ദിവസം കൂടെ പിടിക്കും. ഇന്നത്തെ ഒരു മൂവ്മെന്റ് നമ്മൾ 100% എടുക്കണ്ട. അത് ഒരു ജനറൽ ഔട്ട്ലുക്കിൽ നിന്ന് വന്നിട്ടുള്ള ബൈയിങ് ഒക്കെയാണ്. എന്നാൽ ഡെഫിനറ്റായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഈവൻ ചില സ്ലിപ്പുകൾ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഒരു നല്ലൊരു റൈറ്റ് ടൈമിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങൾ ഈവൻ മറ്റേ പ്രാവശ്യം
ബഡ്ജറ്റിൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടാത്ത പല സെക്ടേഴ്സിനും വരുന്ന ദിവസങ്ങളിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ കറക്ഷനിൽ തന്നെ നമുക്ക് പല സ്റ്റോക്സും നല്ല എന്താ പറയുക ഒരു നല്ല റേറ്റുകളിലേക്ക് വന്നു. അവിടെ നിന്ന് അവർ പല സ്റ്റോക്സ് ചെറിയ ചെറിയ റിലീഫ് റാലികളിൽ ബൗൺസ് ചെയ്തു. അത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് തന്നെയായിരിക്കും മുന്നോട്ടുള്ള സമയങ്ങൾ. നമ്മളിപ്പോൾ 2024 കിട്ടിയ പോലെ ഒരു കണ്ടിന്യൂസ് റാലി ഒന്നും നമുക്ക് 2025 എക്സ്പെക്ട് ചെയ്യാൻ ഒക്കത്തില്ല. അതേസമയം ചെറിയ ചെറിയ റാലികൾ നമുക്ക് കിട്ടും. 5 to 10% ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വാങ്ങിച്ച് വിറ്റ് പോവുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും 2025 ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷമായിരിക്കും എനിക്ക് തോന്നുന്നു. യെസ് സർ. സുനിൽ സർ, ഇവിടെ ഇപ്പം നിലവിൽ നമുക്കൊരു ചെറിയ രീതിക്കുള്ളൊരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. പ്രീ ബജറ്റ് റാലി ഉണ്ടായിരുന്നു. ആൻഡ് നിലവിൽ FISൻ്റെ സെല്ലിംഗ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ? FISന്റെ സെല്ലിംഗ് നിർത്താനായിട്ടുള്ള ഒന്നും നമ്മളിവിടെ ഈ തവണത്തെ ബഡ്ജറ്റിൽ നമുക്ക് ഡയറക്റ്റ്ലി ഫീൽ ചെയ്യുന്നില്ല. ഇന്ത്യയിലെ ചില സെക്ടേഴ്സിന് ഒരു ബൂസ്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു അനൗൺസ്മെന്റിന് ഏറ്റവും കൂടുതലുള്ള റീസൺ പേഴ്സണൽ ഡെപ്റ്റ്, ഇൻഡിവിജ്വൽ പേഴ്സണൽ ഡെപ്റ്റ് ഏറ്റവും ഹയസ്റ്റ് റേറ്റിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ബഡ്ജറ്റ് വന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽസിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മെഷേഴ്സ് വെച്ചു എന്നല്ലാതെ FISന് വേണ്ടിയിട്ട് ഒരു ടാക്സ് റിലീഫോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന്റെ റിലീഫോ ട്രാൻസാക്ഷൻ ചാർജസ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും നടപടികളോ ഒന്നും തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ FIS സെല്ല് ചെയ്യാനുള്ള റീസൺസ് എല്ലാം അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കൊരു മാർച്ച് വരെയെങ്കിലും, അല്ലെങ്കിൽ ഇങ്ങനെ മോദി ട്രംപുള്ള ഒരു ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നവരെ, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും പ്രഖ്യാപനം വരുന്നവരെ നമുക്ക് FIS സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യും തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ദാറ്റ്സ് മൈ പേഴ്സണൽ വ്യൂ. അതുപോലെ ഇപ്പോൾ നിലവിൽ നോക്കുമ്പം FMCG സെക്ടർ വളരെ ഒരു ഹ്യൂജ് മൂവ്മെൻറ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. FMCG സെക്ടറിൽ ഗോദ്രേജ് ഫിലിപ്പിൽ അറൌണ്ട് 11%, വരുൺ ബിവറേജസിൽ ഓൾമോസ്റ്റ് 6%, ദേവ്യാനിയിൽ 7.13%, ഗോദ്രേജ് കൺസ്യൂമറിൽ 6%, വിശാൽ മെഗാമാളിൽ 6%. വളരെ നല്ല മൂവ്മെൻറ്റ് FMCG സെക്ടറിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് നിലവിൽ FMCG സെക്ടറിൽ ഒരു നല്ലൊരു ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ആ ഒരു റിവേഴ്സൽ ഉള്ളൊരു പൊസിഷനാണ് നിലവിൽ FMCG ഉള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഞാൻ എൻ്റെ പേഴ്സണലി അത്യാവശ്യം എൻട്രീസിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ അതിനെ നോക്കാൻ പാടുള്ളൂ. കാരണം ഇന്നലെ വരെ നമ്മൾ FMCG സെക്ടറിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നെങ്കിൽ FMCG സെക്ടർ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിട്ടിരുന്നത്. കാരണം പല കമ്പനികളും വളരെ ചെറിയ മാർജിനിൽ വർക്ക് ചെയ്യുന്നതാണ് FMCG സെക്ടർ. അവരുടെ മാർജിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുകയും പല രീതിയിലും അവരുടെ ഏണിങ്സ് അടുപ്പിച്ച് ലാസ്റ്റ് 2 ക്വാർട്ടേഴ്സിന്റെ റിസൾട്ട്സ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ FMCG സെക്ടറിലെ പല കമ്പനികളും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫീൽ തന്നു. അത് തന്നെയാണ് നമ്മൾ ചാർട്ടിൽ കണ്ടത് വലിയ കറക്ഷൻസ് വന്നത്. എന്നാൽ ഇവിടെ ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്താണ്? റീറ്റെയിലേഴ്സ്, സാധാരണക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ റെഡി ആകുന്നു എന്നുള്ളതാണ്. അത് ഒരു ദിവസം കൊണ്ടോ 3 മാസം കൊണ്ടോ നിൽക്കാൻ പോകുന്ന ട്രെൻഡായിട്ട് എനിക്ക് തോന്നുന്നില്ല. അടുത്ത ഒരു വർഷം കൊണ്ട് തന്നെ FMCG സെക്ടറിന്റെ ബുക്സിൽ ഇതിന്റെ റിസൾട്ട്സ് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈമിലോട്ടോ ഒരു മീഡിയം ടൈമിലോട്ടോ FMCG സെക്ടറിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ പറ്റും. പ്ലസ് ഓട്ടോ സെക്ടറിലും നമ്മൾ ആ ഒരു നമ്മുടെ അടുത്ത വർഷങ്ങളിലെ ഏറ്റവും മോശം റിസൾട്ടിലൂടെയാണ് ഓട്ടോ സെക്ടർ പോകുന്നത്. ഓട്ടോ സെക്ടറിലും ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റേണ്ടത് തന്നെയാണ് അങ്ങനെ കരുതുന്നത്. ഒരു ഷോർട്ട് ടൈം മീഡിയം ടൈമിലോട്ട് നമുക്ക് ഈ സെക്ടേഴ്സിന്റെ സ്റ്റോക്കുകളെ പരിഗണിക്കാം. അത് വാല്യൂ ഇൻവെസ്റ്റിംഗ് ബേസ് ചെയ്ത് നോക്കിയാലും ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു മൊമെന്റം ഇൻവെസ്റ്റിംഗ് സെക്ടറിൽ നമ്മളൊരു റെസിസ്റ്റൻസുകൾ ബ്രേക്ക് ചെയ്തിട്ട് എൻ്റർ ചെയ്യുന്ന രീതിയിലോട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് നോക്കിയാലും ഈ സെക്ടർ നമ്മുടെ ലിസ്റ്റിലോട്ട് വരുന്നത് തന്നെയായിരിക്കും. യെസ് സർ. മിസ്റ്റർ പോൾ തോമസ്, ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രത്യേകിച്ച് ഇർക്കോൺ ഇൻ്റർനാഷണൽ ഓൾമോസ്റ്റ് 7% ഡൗൺ ആണ്. റെയിൽ വികാസ് നോക്കുകയാണെങ്കിൽ 6.5%, NCCയിൽ ഏകദേശം 5% ഇടിവ് ഉണ്ട്. അതായത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു അലോക്കേഷനിലൊരു നേരിയ ഇടിവാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. സോ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടേഴ്സിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? നമുക്ക് സർ, am I audible to you?
ഞാൻ സംസാരിക്കുന്ന സാറിന് കേൾക്കാമോ? സാർ ഓഡിയോ മ്യൂട്ടാണെന്ന് തോന്നുന്നു സാർ. യെസ് ഇപ്പോൾ കേൾക്കാം. ക്ലിയർ ആണ്. അതായത് മറ്റേ റെയിൽവേ സ്റ്റോക്സിൽ കാര്യമായിട്ട് ബജറ്റിൽ ഒന്നും ലഭിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ബാക്ക് ടു, അതായത് ബജറ്റിൽ നിന്നൊന്നും ലഭിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പം ബാക്ക് ടു സ്ക്വയർ വൺ, അതായത് പഴയ പോലെ തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റെയിൽ സ്റ്റോക്സിന് തീർച്ചയായും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. റെയിൽ പോലെയുള്ള സ്റ്റോക്സ് ഒക്കെ ഒരു 370 റേഞ്ചൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും അതൊരു നല്ലൊരു 390 ലെവലൊക്കെ നല്ല ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ബൈ ലെവലുകളാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ സ്റ്റോക്സിലുള്ള സപ്പോർട്ടുകൾ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു എന്താ പറയാ കറക്ഷൻ, ഇപ്പൊ നമ്മളൊരു കറക്ഷൻ മോഡിൽ കൂടിയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റ്. അപ്പൊ ഈ കറക്ഷനുകളിൽ ഇപ്പോഴത്തെ ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 ദിവസം ബഡ്ജറ്റിന് മുമ്പ് കിട്ടിയ റാലിയൊക്കെ ഒരു റിലീഫ് റാലി ആയിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അല്ലാതെ ഇതൊന്നും ഒരു തിരിച്ചുകയറ്റമായിട്ട് പോകണ്ട. നേരത്തെ ചോദിച്ച മാതിരി FIX സെല്ലിംഗ് ഒന്നും നിന്നിട്ടില്ല. FIX സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അതിന് തക്കവണ്ണം ഒരു ഭാഗത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിലും ട്രെൻഡ് ചേഞ്ച് ചെയ്യാത്തടത്തോളം കാലം മാർക്കറ്റ് തിരിഞ്ഞു കയറത്തില്ല. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്ര വാങ്ങിച്ചാലും മാർക്കറ്റ് തിരിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ട്രെൻഡ് വീക്ക് തന്നെയാണ്. ആ ബെയറിഷ് ട്രെൻഡില് കറക്ഷൻ ഫേസിൽ കൂടിയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കറക്ഷൻ ഫേസിൽ ഒരു ഇൻവെസ്റ്റർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെക്ടറിലും നല്ല കമ്പനികൾ സപ്പോർട്ട് ലെവലുകൾ നോക്കി വാങ്ങിച്ചുകൊണ്ടിരിക്കുക. തിരിച്ച് ഇതുപോലെയുള്ള റിലീഫ് റാലി വരുമ്പോൾ അവർക്ക് 5 to 15% ഒരു റിട്ടേൺ കിട്ടും. അതിന് ആ റിലീഫ് റാലി തന്നെ എക്സിറ്റ് ചെയ്ത് മാറുന്നു. എന്നാൽ മാത്രമേ അടുത്തൊരു ഡോ വരുമ്പോൾ വീണ്ടും അവർക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ആ ഒരു എന്താ പറയാ പാറ്റേണിൽ മാത്രമേ ഇൻവെസ്റ്റേഴ്സിന് കാശ് ഉണ്ടാക്കാൻ ഈ അല്ലെങ്കിൽ ഈ ഒരു കറക്ഷൻ മോഡിൽ സാധിക്കത്തുള്ളൂ. ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നിലവിൽ നമ്മുടെ പവർ സെക്ടർ നോക്കുകയാണെങ്കിൽ JSW എനർജി ഓൾമോസ്റ്റ് 5.31% ഇടിവാണ് JSW എനർജി രേഖപ്പെടുത്തിയിരിക്കുന്നത്. NHPCയിൽ 3.25% ആൻഡ് IEXൽ ഓൾമോസ്റ്റ് ഒരു 2.67% ഒരു ഇടിവ് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ പവർ സെക്ടറിൽ മിസ്റ്റർ പോൾ തോമസ് സാറിൻ്റെ ഒരു ടേക്ക് എന്താണ് പവർ സെക്ടറിൽ? പവർ സെക്ടർ എല്ലാ കാലഘട്ടത്തിലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ മറ്റേ ആ സെക്ടർ തന്നെ ഒരു നല്ല സെക്ടറാണ്. അതായത് ഒരു ബൂമിംഗ് സെക്ടർ തന്നെയാണ്. പക്ഷെ മാർക്കറ്റിലെ കറക്ഷൻസ് വരുമ്പോൾ പിന്നെ സപ്ലൈ ഡിമാൻഡ് ഇങ്ങനത്തെ പല കാര്യങ്ങളിൽ ചെറിയ ചെറിയ കറക്ഷൻസ് വരുമ്പം ഈ പറയുന്ന സെക്ടർ താഴോട്ട് പോകുന്നതല്ലേ ഉള്ളൂ. വൺസ് മാർക്കറ്റ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നല്ല രീതിയിൽ ഇപ്പൊ പണ്ട് നമുക്കറിയാലോ ടാറ്റ പവർ ഒക്കെ 200-250 രൂപ ലെവലിൽ എത്രയോ നാൾ നിന്നിട്ടുള്ളതാണ്. പക്ഷെ മാർക്കറ്റ് തിരിച്ചൊരു റാലി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ടാറ്റ പവർ അടക്കം ഒരുപാട് പവർ സെക്ടർ സ്റ്റോക്സ് ഒക്കെ നല്ല രീതിയിൽ കയറി എന്ന് പറയുന്ന മാതിരി ഉള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന മറ്റേ ഇപ്പോഴത്തെ ഈ ഒരു ഇതില്. JSW എനർജിയെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ് ആയിട്ടും JSW എനർജിയൊക്കെ ഒരു 480 ലെവലൊക്കെ ഒരു 450-480 ലെവലൊക്കെ സപ്പോർട്ട് ഏരിയ തന്നെയാണ്. അപ്പൊ ആ ലെവലുകളൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു എക്സിറ്റ് വരുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് തന്നെ എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. യെസ് സർ. സോ ഓവർ ടു പ്രദീപ് സർ. പ്രദീപ് സർ, നിഫ്റ്റി ഫാർമയിൽ ഓൾമോസ്റ്റ് 0.39% ഇടിവാണ് നിലവിൽ നിഫ്റ്റി ഫാർമയിലുള്ളത്. ആൻഡ് നിലവിൽ ഒരു ഫ്ലാറ്റിഷ് നോഡിലാണ് സ്റ്റോക്കുകളും പെർഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സിപ്ലയിൽ ഓൾമോസ്റ്റ് 2.97% ഇടിവാണ് സിപ്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടൊറൻറ്റ് ഫാർമയിൽ 1.93%. ഗ്ലെൻ ഫാർമ നോക്കുകയാണെങ്കിൽ ഒരു 0.46% ഇടിവ്. ആൻഡ് ഫാർമയിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്ന സ്റ്റോക്സ് ഒന്നാമതിൽ മാൻകൈൻ ഫാർമയുണ്ട് 2.31%. സോ ബജറ്റിനോടനുബന്ധിച്ച് ഫാർമ സെക്ടറിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? No surprises in the budget for pharma sector. And pharma index നോക്കിക്കഴിഞ്ഞാൽ മറ്റ് നിഫ്റ്റി 50 പോലെ തന്നെ അതിൻ്റെ ബിഹേവിയർ. ആൻഡ് ഫാർമ ഇൻഡെക്സിന്റെ ലോങ് ടേം ഷോർട്ട് ടേം ട്രെൻഡ് ഒക്കെ ബെയറിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി ഫാർമ ഇൻഡെക്സിൽ ഇന്നിപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു സപ്പോർട്ട് ഏരിയ 20,600 പോയിന്റ് ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് വീണ്ടും
ഹെവി സെല്ലിംഗ് പ്രഷർ ഫാർമ സെക്ടറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ഇന്ന് ആക്ച്വലി ഫാർമ സെക്ടറിൽ ഒരു സ്റ്റോക്ക് കണ്ടവാനും കയറിപ്പോയിരിക്കുന്ന ഇറ്റ് ഈസ് ആക്ച്വലി വൊക്കാഡ് ഫാർമ. വൊക്കാഡ് ഫാർമ കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് അട്രാക്ട് ചെയ്ത് ആ ഒരു കേസിൽ എനിക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് വൊക്കാഡ് ഫാർമയിൽ പോലും നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ട്. യെസ് സർ, ഇന്ന് ഒരു അലോക്കേഷൻ വന്നേക്കുന്നത് ഹൈ ഈൽഡിങ് സീഡ്സിൻ്റെ മുകളിലൊരു അലോക്കേഷൻ വന്നേക്കുന്നത്, അതായത് കുറച്ചുകൂടി R&Dയിൽ കുറച്ചും കൂടി അലോക്കേഷൻസ് നടന്നിട്ടുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് ഒരു പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആൻഡ് ക്ലൈമറ്റ് റെസിലിയൻസ് സീഡ്സ്, കുറച്ചും കൂടി ഒരു ഹൈബ്രിഡ് സീഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നല്ല രീതിയിലുള്ള അലോക്കേഷൻ സീഡ്സിലേക്ക് വന്നിട്ടുള്ളത്. സോ അതിനോട് ബന്ധപ്പെട്ട് പെർഫോം ചെയ്ത സ്റ്റോക്ക് എന്ന് പറയുന്നതിൽ കാവേരി സീഡ്സ് ഉണ്ട്, ഓൾമോസ്റ്റ് 6.96%, ആൻഡ് മംഗളം സീഡ്സ് ലിമിറ്റഡ് ഓൾമോസ്റ്റ് 4.32%, ആൻഡ് ബോംബെ ഹൈബ്രിഡ് സീഡ്സ് ഓൾമോസ്റ്റ് 5.18%. അതിശക്തമായ മൂവ്മെൻ്റ് ആണ് സീഡ്സ് റിലേറ്റഡ് സ്റ്റോക്സ് വന്നേക്കുന്നത്. സോ ബോംബെ സൂപ്പർ ഹൈബ്രിഡ് സീഡ്സ് ആൻഡ് മംഗളം സീഡ്സ്, ഈ 2 സ്റ്റോക്കുകളിലും സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ആനന്ദ്, ഈ 2 സ്റ്റോക്സും ഞാൻ കാര്യമായിട്ട് ട്രാക്ക് ചെയ്യാത്ത സ്റ്റോക്സാണ്. ബട്ട് ഇതിലൊക്കെ എനിക്ക് എടുത്തു പറയാനുള്ളത് ദീസ് ആർ ഓൾ വെരി സ്മോൾ ക്യാപ് സ്റ്റോക്സ്. ഇതിലൊക്കെ ഒത്തിരി വോളറ്റിലിറ്റി, ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് ഒക്കെ നടക്കുന്ന സ്റ്റോക്സ് ആയത്. അപ്പൊ ഇന്ന് ബഡ്ജറ്റിൽ ഇത്തരം ഒരു സീഡ്സ് ഇതിലോട്ടൊക്കെ ഒരു അനൗൺസ്മെന്റ് വന്നു എന്ന അടിസ്ഥാനത്തിൽ നമുക്ക് ഒരിക്കലും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. ലെറ്റ് us digest it, let the market find its value. അതിനുശേഷം വേണോ എന്ന് തീരുമാനിക്കാം. ഇത്തരം സ്റ്റോക്സിനേക്കാൾ ഉപരി എനിക്ക് വേറെ നിരവധി സ്റ്റോക്സിൽ ലോ റിസ്ക് ബൈയിങ് അവസരങ്ങൾ ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഓൾറെഡി ഇന്ന് ഇപ്പോൾ സംസാരിച്ച FMCG സെക്ടർ, ഓട്ടോ സെക്ടർ, ഇതിലൊക്കെ നിരവധി സ്റ്റോക്സിൽ നമുക്ക് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഫോർ എക്സാമ്പിൾ ഹ്യൂണ്ടായി മോട്ടോഴ്സ്, ഇതൊക്കെ ഒത്തിരി ഇടിവ് നേരിട്ടിരിക്കുന്ന സ്റ്റോക്സ്. ആൻഡ് ഇതിലൊക്കെ ഐ തിങ്ക് വി ആർ വെരി വെരി ക്ലോസ് ടു ദ ബോട്ടം, ഇഫ് നോട്ട് അറ്റ് ദ ബോട്ടം. സോ ഇത്തരം സ്റ്റോക്സിലൊക്കെ ആയിരിക്കും നമ്മൾ ഇപ്പോഴത്തെ ഫോക്കസ്. FMCG സെക്ടർ ഡെഫിനറ്റ്ലി വി ആർ സീയിങ് എ ടേൺ റൗണ്ട് ഇൻ ദ ഫോർച്യൂൺസ്. യെസ് സർ, മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സുനിൽ സാറിലേക്കാണ്. സർ, സ്മോൾ ഫൈനാൻസ് ബാങ്ക് സെക്ടർ, പ്രത്യേകിച്ച് ഇസാഫ്, ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഈ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു സെക്ടർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ MSME എക്സ്പാൻഷൻ ലിവറേജ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഫിനാൻസ് സെക്ടറിൽ, പ്രത്യേകിച്ച് സ്മോൾ ഫിനാൻസിൽ ഉൾപ്പെടെയുള്ള പല സെക്ടേഴ്സിലും ഒരു പോസിറ്റീവ്നെസ് കിട്ടണം. പ്ലസ് സാധാരണക്കാരുടെ പോക്കറ്റിലോട്ടാണ് പൈസ വന്നിരിക്കുന്നത് എക്സ്ട്രാ. അപ്പം അതുകൊണ്ട് തന്നെ പല സ്മോൾ ഫിനാൻസ് ബാങ്കും കഴിഞ്ഞ 2 ക്വാർട്ടറിൽ റിസൾട്ടുകൾ വളരെ മോശമായിരുന്നു. NPA ഒക്കെ ഭയങ്കരമായിട്ട് കൂടി പോകുന്നുണ്ടായിരുന്നു. അടുത്ത ക്വാർട്ടറിൽ NPA കൂടാനുള്ള സാധ്യതയും പലരും പറയുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു ബൂസ്റ്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്മോൾ ഫിനാൻസിൽ ഒരു റിവേഴ്സൽ, ചാർട്ടിൽ നല്ലൊരു റിവേഴ്സൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻസിലോട്ട് പോകുന്നത് തെറ്റില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. പ്ലസ് ഈ പറയുന്ന ബജാജ് ഫിനാൻസ്, മുത്തൂറ്റ് ഫിനാൻസ്, മഹീന്ദ്ര ഫിനാൻസ് പോലുള്ള സ്റ്റോക്കുകൾ നമുക്കൊരു ബെനിഫിറ്റ്സ് കാണാനായിട്ട് പറ്റും. ഇത് കൂടാതെ ഞാൻ ഇന്ന് ബഡ്ജറ്റിൽ ഐഡന്റിഫൈ ചെയ്ത മറ്റൊരു കാര്യം സപ്ലൈ ചെയിൻ ബൂസ്റ്റ് ആണ്. ഭാരത് ട്രേഡ് നെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സപ്ലൈ ചെയിൻ ബൂസ്റ്റ് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഒരു ഗ്രോത്ത് ഗവൺമെന്റ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബ്ലൂ ഡാർട്ട് പോലെ ഈ പറയുന്ന ലോജിസ്റ്റിക് സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന IT സെക്ടർ, TCS, ടെക് മഹീന്ദ്ര പോലുള്ള IT സെക്ടറിൽ നമുക്കൊരു പോസിറ്റീവ്നെസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ആഗ്രോയിൽ തന്നെ ഗവൺമെന്റ് ഒത്തിരി ഇത്തവണ അലൊക്കേഷൻസ് കൊടുക്കുന്നുണ്ടെന്നാണ്. നമ്മൾ സീഡിൽ മാത്രമല്ല, ഫെർട്ടിലൈസേഴ്സിൽ നോക്കിയാലും അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിങ്ങിലൊക്കെ നോക്കിയാലും ഈ ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് പ്രോസസ്സിംഗ്, ഇപ്പൊ അവാദി ഫീഡ് പോലുള്ള ചില സെക്ടേഴ്സ് സ്റ്റോക്കുകളിലൊക്കെ അതിന്റെ ഒരു പോസിറ്റീവ്സ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റ് എന്താ പറയാ, ആ തരത്തിലാണ് ഈ തവണ കൂടുതൽ ബഡ്ജറ്റ് വെച്ചിരിക്കുന്നത്. അങ്ങോട്ടേക്കാണ് കൂടുതൽ അലോക്കേഷൻസ് പോയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോട്ടൺ, പൾസസ്, മക്കാൻ, ബീഹാറിലൊക്കെ മക്കാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ പാക്കേജസ് ആണ്. ബീഹാറിന് കുറച്ച് കൂടുതൽ മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. കുറെ എയർപോർട്ട്സും കർഷകർക്കുള്ള കുറെ പാക്കേജസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ബീഹാറിലോട്ട്. സോ നമുക്കറിയാം അതിന്റെ റീസൺസ് എല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിലോട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഗവൺമെന്റ് കൊണ്ടുപോകുന്നതാണ്. നമുക്ക് ആ ഒരു സെക്ടറിനെ ഇപ്പൊ ഇത്രയും FMCG സെക്ടറിന്റെ ഇടയിലൊക്കെ ആരും സംസാരിക്കാതെ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. എന്താണ്, ഈ സെക്ടറുകളും ഒരു ലോങ് ടൈമിലോട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും
അടുത്ത മൺസൂണിലോട്ടാണ് നമ്മൾ പോകുന്നത്. അടുത്ത മൺസൂൺ മാർച്ചൊക്കെ കഴിയുമ്പോഴേക്കും മൺസൂണൊക്കെ വരുമ്പോൾ നല്ല കുഴപ്പമില്ലാത്തൊരു മൺസൂണിലോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ സെക്ടറിൽ നമുക്കൊരു പോസിറ്റിവിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ത്രൂ ഔട്ട് ഇയർ ഒക്കെ ചിലപ്പോൾ കാണാനായിട്ട് പറ്റും. യെസ്, ഞാൻ ആ പറഞ്ഞൊരു പോയിന്റ് എടുക്കുകയാണ്. അതായത് ബീഹാറിന് വാരിക്കോരി കൊടുക്കുകയും ചെയ്തു, കേരളത്തിലൊന്നും കിട്ടിയിട്ടുമില്ല. യെസ്, സോ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു മിസ്റ്റർ പോൾ തോമസ് ആണ്. അതായത് ടാക്സിൻ്റെ കേസിൽ വളരെ വലിയ ചേഞ്ചസ് ആണ് ഗവൺമെൻറ് കൊണ്ടുവന്നേക്കുന്നത്. ഓൾമോസ്റ്റ് 7 lakhിൽ നിന്ന് 12 lakh വരെ ഒരു നോട്ട് ടാക്സിലേക്ക് വന്നു. സോ ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് മാർക്കറ്റിനെ, അക്കോർഡിംഗ് ടു യുവർ പോയിന്റ് ഓഫ് വ്യൂ, എങ്ങനെയാണ് ആ ഒരു ചേഞ്ചസ് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആവുന്നത്? സർ, കേൾക്കാമോ സർ? നമുക്ക് പ്രദീപ് സാറിലേക്ക് തിരിച്ചു വരാം. സർ, നമ്മൾ സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നിലവിൽ ലെതർ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ലെതർ ഇൻഡസ്ട്രിയിൽ നല്ലൊരു അലോക്കേഷൻസ് ആണ് വന്നേക്കുന്നത്. മെജോറിറ്റി ഓഫ് ദ ലെതർ റിലേറ്റഡ് സ്റ്റോക്സ് അല്ലെങ്കിൽ ഷൂ മാനുഫാക്ചറിങ് സ്റ്റോക്സ് ലൈക്ക് ലിബർട്ടി ഷൂസ്, ബാറ്റ, മെട്രോ ബാൻഡ്സ്, മിർസ ഇൻ്റർനാഷണൽ, റിലാക്സോ ഫുഡ്വെയർസ്, ഈ സ്റ്റോക്കുകളിലൊക്കെ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഉണ്ടായത്. പ്രത്യേകിച്ച് മിർസ ഇൻ്റർനാഷണൽ ഓൾമോസ്റ്റ് 20% അടുത്തുള്ള മൂവ്മെൻറ്റാണ് മിർസ ഇൻ്റർനാഷണൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ലെതർ റിലേറ്റഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു സെക്ടറിൽ സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് മുന്നോട്ടേക്കുള്ളത്? ആനന്ദ്, എഗെയിൻ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഈ സ്റ്റോക്സിലൊക്കെ ഈ ഒരു ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ മിർസ ഇന്റർനാഷണലൊക്കെ വളരെ വീക്കായിട്ടാണ്. മിർസ ഇന്റർനാഷണൽ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ കഴിഞ്ഞ ഒരു 1-1.5 വർഷത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 50% ഇടിവാണ് കാണുന്നത്. ഇത്തരം സ്റ്റോക്കിലൊന്നും കാര്യമായിട്ട് വോള്യൂം കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഇത്തരം സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഇതിന്റെയൊക്കെ P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് സ്റ്റഡി ചെയ്യുക. അതിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നമുക്ക് ആ ഒരു മേഖലയിലോട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അഗെയിൻ FMCG പ്ലസ് ദിസ് ഫുട്വെയർ ഇൻഡസ്ട്രി എന്ന് പറയാവുന്ന സ്റ്റോക്ക് ഇസ് ബാറ്റ ഇന്ത്യ. ബട്ട് ബാറ്റ ഇന്ത്യയുടെ കേസ് എടുത്താൽ പോലും ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒക്കെ വളരെ വീക്കായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. യെസ് സർ, നമുക്കെന്തായാലും ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. താങ്ക് യു സുനിൽ സർ, പ്രദീപ് സർ ആൻഡ് മിസ്റ്റർ പോൾ തോമസ്. അദ്ദേഹം അവസാന നിമിഷം വരെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നെറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നതാണ്. ഓക്കെ, എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ അനാലിസിസുമായി ഇനി 3 മണിക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സ് at 3 കാണാം. നന്ദി, നമസ്കാരം. ഇന്ത്യയിൽ ആദ്യമായി ബിസിനസ് ഫിനാൻസ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളും രാജ്യത്തിലെ വിവിധ പ്രാദേശിക ഭാഷകളിൽ വെബ്, ആൻഡ്രോയിഡ്, iOS, OTT എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ബിസിനസ് ഡിജിറ്റൽ TV, MyFin TV. സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് പേഴ്സണൽ ഫിനാൻസ്, ഇൻഷുറൻസ്, ബാങ്കിംഗ്, എക്കണോമിക് ന്യൂസ്, ബിസിനസ്, NRI, ടെക്നോളജി തുടങ്ങിയവ, ഷോർട്സ് റീൽസ്, ലൈവ് ഷോസ്, പ്രോഗ്രാംസ്, ന്യൂസ് അപ്ഡേറ്റ്സ്, ട്വീറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോസ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഫോർമാറ്റുകളിൽ MyFin TV നിങ്ങൾക്കായി അവതരിപ്പിക്കും. പ്രൊഫഷണൽസ്, ബിസിനസ്സുകാർ, വിദ്യാർത്ഥികൾ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കർഷകർ, ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപന ജീവനക്കാർ, വീട്ടമ്മമാർ തുടങ്ങിയ എല്ലാവർക്കും അവരുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള 1 point സൊല്യൂഷനാണ് MyFin TV. MyFin TV, ലീഡിംഗ് ടു വെൽത്ത്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻസൈറ്റ്സ് എപ്പോഴും എവിടെ നിന്നും അറിയാൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും, മറക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. ഇത്തവണത്തെ ബഡ്ജറ്റ് ഡേയിൽ MyFin TV പുതിയ ചരിത്രം കുറിക്കുകയാണ്. 100 കണക്കിന് ചാനലുകൾ ബഡ്ജറ്റ് തത്സമയ സംപ്രേഷണം മാത്രം ചെയ്യുമ്പോൾ അതിൽ നിന്നും വേറിട്ടൊരാശയവുമായി MyFin TV പ്രേക്ഷകർക്കിടയിലേക്ക് എത്തുന്നു. ബഡ്ജറ്റ് ഡേയിൽ ബഡ്ജറ്റ് തത്സമയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളെ കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്ത് ടീം MyFin ലൈവായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതിനായി അണിനിരക്കുന്നത് MyFinലെ പരിചയസമ്പന്നരായ പ്രഗത്ഭരാണ്.
ക്യാപിറ്റൽ മാർക്കറ്റ് രംഗത്ത് 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള പ്രദീപ് ചന്ദ്രശേഖർ, ബിസിനസ് ജേർണലിസത്തിൽ 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള MyFin TV ബിസിനസ് എഡിറ്റർ ജെയിംസ് പോൾ, ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെ ഫണ്ട് മാനേജ്മെന്റിൽ 20 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള സൂരജ് എസ് നായർ. ഇവർക്കൊപ്പം ബിസിനസ് ലൈവ് ഡെസ്കുകളിലെ എക്സ്പേർട്സ് ടീമിനൊപ്പം ഞങ്ങളുടെ 80-ലധികം എംപ്ലോയീസ് കൂടി ഒരുമിക്കുമ്പോൾ കൃത്യമായ വിലയിരുത്തലുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ലൈവ് രാത്രി 8 മണി വരെ നീളുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻകം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻസ് തുടങ്ങി ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ബജറ്റിന് ശേഷമുള്ള സമഗ്രമായ വിലയിരുത്തലുകളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. കാണുക നിങ്ങളുടെ സ്വന്തം MyFin TVയിൽ ഫെബ്രുവരി 1 ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ. ബഡ്ജറ്റ് സെറ്റ് ഗോ 2025-26. പണം പോകാതെയും ഇനി പവർ വരും. ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൊതുവെ ധനമന്ത്രിമാരാണല്ലോ. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയെന്നറിയാം? പലർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായി ഒന്ന് പറഞ്ഞേക്കാം. 1958-ൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, 1970-ൽ ഇന്ദിരാഗാന്ധി, 1987-ൽ രാജീവ് ഗാന്ധിയും ബജറ്റ് അവതരിപ്പിച്ചു. അതൊരു ചരിത്രമായി മാറി. ഇവിടെ MyFin TVയും ചരിത്രം കുറിക്കുകയാണ്. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് പ്രസന്റ് ചെയ്ത ബഡ്ജറ്റ് 1947 നവംബർ 26-നാണ്. അതിനുശേഷം ഇങ്ങോട്ട് മാറി മാറി വരുന്ന ഗവൺമെന്റ് എല്ലാ വർഷവും സ്ഥിരമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഡ്യൂറേഷൻ കൊണ്ട് ശ്രദ്ധ നേടിയ ബഡ്ജറ്റാണ് 2020-21 ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് 2 hours 42 minutes വരെ നീണ്ടുനിന്നു. So I rise, with your permission, to present a statement of the estimated receipts and expenditure of the Government of India for the year 2020-2021. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും ഡ്യൂറേഷൻ പോയതെന്ന് പല മീഡിയ ചാനൽസ് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും നിർമ്മല സീതാരാമൻ ഇതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഇത്തവണത്തെ ബഡ്ജറ്റ് ഡ്യൂറേഷൻ കൂടുതലാണെന്നറിയാം, അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നാൽ ഓരോ സെക്ടറുകൾക്കും അത്രത്തോളം വിശകലനം ആവശ്യമുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് ഇത്രയും സമയമെടുത്തത്. കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിക്കും മുൻപ് അത് ചോരുക എന്ന് പറഞ്ഞാൽ അതൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്നാൽ ഉണ്ട്. 1950-51 ബഡ്ജറ്റിലാണ് സംഭവം. കേന്ദ്ര ബഡ്ജറ്റ് അച്ചടി സമയത്ത് അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അന്നത്തെ ധനമന്ത്രി ജോൺ മത്തായി പാർലമെന്റിൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് അത് ചോർന്നത്. ഈ ചോർച്ചയെ തുടർന്ന് പിന്നീട് വന്ന ബഡ്ജറ്റിന്റെ അച്ചടി രാഷ്ട്രപതി ഭവനിൽ നിന്ന് മിന്റോ റോഡിലേക്ക് മാറ്റി. 1980-ന് ശേഷം ബഡ്ജറ്റ് അച്ചടിക്കുന്നത് നോർത്ത് ബ്ലോക്ക് ബേസ്മെന്റിലേക്കും മാറ്റിയിട്ടുണ്ട്. സാമ്പത്തിക സംശയ നിവാരണങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഫെബ്രുവരി 1-ാം തീയതി രാവിലെ 11 മണിക്കാണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. 1999 വരെ ഫെബ്രുവരി മാസത്തിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ വൈകുന്നേരം 5 മണിക്കായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത്. ആ സമയം ഇന്നത്തെ പോലെ ചേഞ്ച് ആക്കിയത് 2000-ലെ മില്ലേനിയം ബഡ്ജറ്റ് അവതരിപ്പിച്ച ഫിനാൻസ് മിനിസ്റ്റർ യശ്വന്ത് സിൻഹയാണ്. ഏതായാലും അതെല്ലാം കൊണ്ടും കൂടുതൽ സൗകര്യപ്രദമായി. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ 1 മുതൽ തന്നെ നടപ്പിലാക്കാൻ സാധിച്ചു. ബഡ്ജറ്റിന് മുന്നേ നടക്കുന്ന പ്രിന്റിംഗ് അതീവ സുരക്ഷയുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ആ വർഷത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ അച്ചടിക്കുന്ന പ്രോസസ്സാണ്. ആ പ്രിന്റുകൾ നോക്കി വായിച്ചാണ് ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ലാതെ പൂർണ്ണമായും ഡിജിറ്റലൈസ്ഡ് ആയി ബഡ്ജറ്റ് അവതരിപ്പിച്ച വർഷം ഏതാന്ന് ഓർമ്മയുണ്ടോ?
കോവിഡ് എന്ന മഹാമാരി ലോകത്തെ വിറപ്പിച്ച് 2021-22 ബഡ്ജറ്റാണ് ഡിജിറ്റലൈസ് ചെയ്തത്. ഈ കോവിഡ് എല്ലാ മേഖലയെയും ബാധിച്ചെങ്കിലും അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത മേഖലകളിലൊന്ന് ടൂറിസമായിരുന്നു. പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഒരുമിച്ച് സംഗമിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസുകൾ പഴയ പടിയാവാൻ നമുക്ക് ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. തൊട്ടടുത്ത വർഷം ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ടൂറിസം സെക്ടറിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായി 2400 കോടി രൂപയാണ് കേന്ദ്ര ബഡ്ജറ്റിൽ നീക്കിവച്ചത്. അത് ടൂറിസം മേഖലയ്ക്ക് ഒരു വലിയ ആശ്വാസമായി. കേന്ദ്ര ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ തവണ പ്രസന്റ് ചെയ്തിട്ടുള്ള ധനമന്ത്രി ആരാണെന്നറിയാമോ? 1962 മുതൽ 69 വരെ തുടർച്ചയായി 10 വർഷങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിച്ച അന്നത്തെ ധനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിക്കാണ് ആ റെക്കോർഡ്. തൊട്ടുപിറകിൽ 9 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഫിനാൻസ് മിനിസ്റ്റർ പി ചിദംബരവും അതിന് പിറകിലായി ഒരുപക്ഷെ ഈ റെക്കോർഡുകളെല്ലാം തിരുത്തിയേക്കാവുന്ന നിലവിലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുള്ളത്. Level up your financial game with MyFin TV. Download the app now. Innovate your financial knowledge with the latest updates on MyFin TV. Download the app now. ഇന്ത്യയിൽ ആദ്യമായി ബിസിനസ് ഫിനാൻസ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളും രാജ്യത്തിലെ വിവിധ പ്രാദേശിക ഭാഷകളിൽ വെബ്, ആൻഡ്രോയിഡ്, iOS, OTT എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ബിസിനസ് ഡിജിറ്റൽ TV, MyFin TV. സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് പേഴ്സണൽ ഫിനാൻസ്, ഇൻഷുറൻസ്, ബാങ്കിംഗ്, എക്കണോമിക് ന്യൂസ്, ബിസിനസ്, NRI, ടെക്നോളജി തുടങ്ങിയവ, ഷോർട്സ് റീൽസ്, ലൈവ് ഷോസ്, പ്രോഗ്രാംസ്, ന്യൂസ് അപ്ഡേറ്റ്സ്, ട്വീറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോസ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഫോർമാറ്റുകളിൽ MyFin TV നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. പ്രൊഫഷണൽസ്, ബിസിനസ്സുകാർ, വിദ്യാർത്ഥികൾ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കർഷകർ, ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപന ജീവനക്കാർ, വീട്ടമ്മമാർ തുടങ്ങിയ എല്ലാവർക്കും അവരുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള 1 point സൊല്യൂഷനാണ് MyFin TV. MyFin TV, leading to wealth. യെസ്, വെൽക്കം ബാക്ക്. ഏതായാലും വിപണിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിൻ്റെ, അതായത് ഇന്നത്തെ ഒരു ബഡ്ജറ്റ് സ്പെഷ്യൽ ട്രേഡിംഗ് ഡേ പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവ് ടോണിലേക്ക് വിപണി എത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല 23,500 എന്നൊരു ക്രൂഷ്യൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ട്രേഡിങ്ങിൻ്റെ അവസാനത്തെ അവറിൽ പോലും നിഫ്റ്റി 50ക്ക് സാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ടിട്ടുള്ള സെക്ടേഴ്സൊക്കെ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ FMCG തന്നെയാണ് ഇന്നിപ്പോൾ തിളങ്ങി നിന്നിരിക്കുന്നത്. 23,509.75 എന്നൊരു നിലയിലേക്ക്, ഒരു ഫ്ലാറ്റ് സ്റ്റോണിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും സ്റ്റിൽ 23,500 എന്നൊരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. FMCG ഓഹരികൾ തന്നെയാണ് ഇന്നൊരു പക്ഷേ ഏറ്റവും അധികം നേട്ടം നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം നിഫ്റ്റിക്ക് ഒരു കനത്ത സപ്പോർട്ടായിട്ട് നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയേണ്ടുന്നത് ഓട്ടോ മേഖലയിലും വ്യക്തമായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. ട്രെൻഡിൻ്റെ ഓഹരികളാണ് ടോപ്പ് ഗെയിനറായിട്ട് നിലകൊള്ളുന്നത്. 7.95% നേട്ടം നൽകുമ്പോൾ മാരുതിയുടെ ഓഹരികൾ 4.96% നേട്ടവും ഐഷർ മോട്ടോഴ്സിന്റെ ഓഹരികൾ 4% ഒരു മുന്നേറ്റവുമാണ് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ടാറ്റ കൺസ്യൂമേഴ്സിലും വ്യക്തമായിട്ടൊരു ബൈയിങ് കടന്നു വന്നതായിട്ട് കാണാം. ഇനി ITC ഹോട്ടൽസിലേക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലിസ്റ്റ് ചെയ്തതിനു ശേഷം തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ഓഹരി കൂടിയായിരുന്നു ITC ഹോട്ടൽസ്. എന്നാൽ ITCയെ സംബന്ധിച്ചിട്ട് അതായത് ഇന്നിപ്പോൾ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്. ഇന്നലെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇക്കണോമിക് റിവ്യൂ അനുസരിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ടൂറിസം മേഖല അതിൻ്റെ പ്രീ കോവിഡ് രംഗത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ടൂറിസം വളരുകയാണ് എന്നുണ്ടെങ്കിൽ
അതിനോടനുബന്ധപ്പെട്ട് വളരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ഹോട്ടൽ സെഗ്മെന്റ് തന്നെയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് മൊമെന്റം ഇന്നിപ്പോൾ നമുക്ക് ITC ഹോട്ടൽസിലും കാണാൻ സാധിക്കുന്നുണ്ട്. 3.5% മുന്നേറ്റമാണ് ITCയിൽ കാണുന്നത്. ഇനി ഡൗൺ സൈഡിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഡിഫൻസ് അതിനോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള ഓഹരികളിലാണ് നമുക്കൊരു ഇടിവ് കാണാൻ സാധിക്കുന്നത്. പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ 15 വർഷങ്ങൾക്ക് മുമ്പ് മോദി അധികാരത്തിൽ ഏറിയപ്പോൾ മുതൽ ഏറ്റവും അധികം ഒരു കോൺസെൻട്രേഷൻ കിട്ടിയ ഗ്ലാമറസ് ആയ സെക്ടറൈസ് നിൽക്കുന്ന മേഖലകളായിരുന്നു ഡിഫൻസ്, റെയിൽവേ, അതിനോടൊപ്പം തന്നെ പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ പബ്ലിക് മേഖലയിലുള്ള കമ്പനികൾ എന്ന് പറയുന്നത്. തുടർച്ചയായിട്ടൊരു 10 വർഷത്തിൽ ഇപ്പുറവും വളരെ ശക്തമായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഊന്നൽ നൽകുന്നൊരു മേഖലയായിരുന്നു. എന്നാൽ ഇത്തവണത്തെ ഒരു ബഡ്ജറ്റ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ക്യാപെക്സിൽ ഒരു കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11.4 ട്രില്യൺ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്ന ക്യാപെക്സ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എന്നാൽ ഇത്തവണ അത് 10.48 ലക്ഷം കോടി രൂപയായിട്ടാണ് കുറച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ക്യാപെക്സിലെ കുറവ് എന്നതിനർത്ഥം ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഒരു കുറവ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖല പ്രതീക്ഷിച്ച തലത്തിലേക്ക് ഒരു അലോക്കേഷൻ എത്തിയിട്ടില്ല എന്നത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഡിഫൻസും, കാരണം നമ്മൾ രാവിലെ മുതലുള്ള പ്രീ ബഡ്ജറ്റ് അനാലിസിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ 2025 എന്ന് പറയുന്നത് ദ ഇയർ ഓഫ് ഡിഫൻസ് എന്നായിരുന്നു രാജ്നാഥ് സിംഗ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു അലോക്കേഷൻ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്ത് അത്തരത്തിലുള്ള മെൻഷനിങ് ഒന്നും നടത്താതെയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അതും ഈ ഒരു മേഖല ഡിഫൻസ് ഓഹരികളെയും ഒരു നെഗറ്റീവ് ടോണിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എടുത്തു പറയേണ്ടുന്ന ഒരു മൂവ്മെന്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് LNTയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഏകദേശം 3.5% ഇടിവിലേക്കാണ് LNT പോയിരിക്കുന്നത്. പവർ ഗ്രിഡ്, BEL, സിപ്ല തുടങ്ങിയ ഓഹരികളും 3% ഉള്ള ഇടിവിലേക്ക് പോയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും 50,000 എന്നൊരു മാർക്ക് മറികടക്കാനായിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിച്ചിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ആ ഒരു നിലവാരം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഡേ ഹൈ ആയിട്ട് 50,009.5 എന്നൊരു നിലയായിരുന്നു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 400-ലധികം പോയിന്റ്സിന്റെ ഇടിവിലേക്ക് നിഫ്റ്റി ബാങ്ക് സൂചികയും വീണിട്ടുണ്ട്. പക്ഷേ പെർസെൻറ്റേജ് വൈസ് പരിശോധിക്കുമ്പോഴേക്കും വളരെ ഫ്ലാറ്റിഷ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് നിഫ്റ്റി ബാങ്കിൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 25 പോയിന്റ്സിൻ്റെ ഒരു ഇടിവിൽ 49,561.5 എന്നൊരു നിലയിലാണ് നിലവിൽ നിഫ്റ്റി ബാങ്കിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. അഡ്വാൻസ് ഇക്വലന്റ് റേഷ്യോ പരിശോധിക്കുമ്പോഴേക്കും 5 ഓഹരികളാണ് ഇപ്പോൾ നേട്ടത്തിൽ തുടരുന്നത്. 7 ഓഹരികളും ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. അതിൽ തന്നെയും പ്രധാനമായിട്ടും നേട്ടം നൽകുന്ന ഓഹരികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടുന്ന മൂവ്മെന്റ് നടന്നത്, അതായത് ഇന്നലത്തെ ഒരു മാർക്കറ്റ് പരിശോധിക്കുമ്പോഴേക്കും മിഡ് ക്യാപ് സ്പേസിൽ നിന്നുള്ള പ്രത്യേകിച്ചും പൊതുമേഖലാ ബാങ്കിങ് ഓഹരികളിലായിരുന്നു നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിച്ചതെങ്കിൽ ബഡ്ജറ്റിന് ശേഷം ആ ഒരു പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഹെവി വെയ്റ്റ്സ് ഇട്ടുള്ള ഓഹരികളിൽ നമുക്കൊരു ബൈയിങ് കടന്നു വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ റിസൾട്ടുകളും കാര്യമായിട്ട് ഇന്നത്തെ ഒരു നിഫ്റ്റി ബാങ്കിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇൻഡസിൻ ബാങ്കിൻ്റെ ഓഹരികൾ 2% നേട്ടം നൽകുന്നുണ്ട്. ആക്സിസ് ബാങ്കും 1.5% നേട്ടത്തിലേക്ക് കുതിച്ചിട്ടുണ്ട്. AU ബാങ്ക്, കൊട്ടക് ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ ഓഹരികളിലും ഒരു പോസിറ്റീവ് ടോൺ ആണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും പൊതുമേഖലാ ബാങ്കിങ് ഓഹരികളിൽ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആണ് ഇന്നിപ്പോൾ നമുക്ക് വിപണിയിൽ കാണാൻ സാധിക്കുന്നത്. SBIനെ സംബന്ധിച്ചിട്ട് ഏകദേശം 0.5% ഉള്ളൊരു ഇടിവിലേക്കാണ് കൂപ്പ് കുത്തിയിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ മറ്റ് സെക്ടേഴ്സ് കൂടി പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ഒരു മിക്സഡ് ആയിട്ട് പെർഫോമൻസ് ആണ് സെക്ടേഴ്സ് പരിശോധിക്കുമ്പോഴേക്കും കാണാൻ സാധിക്കുന്നത്. കാര്യമായിട്ടുള്ള ഒരു ബൈയിങ് കടന്നു വന്നിരിക്കുന്നത് FMCG മാത്രമാണ്. FMCGയെ സംബന്ധിച്ചിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഡ്ജറ്റ് സ്പീച്ചിൽ നിർമ്മല സീതാരാമൻ വളരെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൗസ് ഹോൾഡ് തലത്തിൽ നിന്നുള്ള കൺസംഷൻ വർദ്ധിപ്പിക്കും എന്നത് തന്നെ. അതായത് അത്തരത്തിൽ കൺസംഷൻ വർദ്ധിക്കുക എന്നതിനർത്ഥം ആളുകൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുക എന്ന് തന്നെയാണ്. സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ വലിയൊരു ബെനിഫിഷ്യറി ആകുന്ന ഒരു സെക്ടർ FMCGയും രണ്ടാമത്തേത് ഓട്ടോയും തന്നെയാണ്. ഈ 2 മേഖലകൾ തന്നെയാണ് ഇന്നത്തെ ഒരു ബഡ്ജറ്റ് സ്പെഷ്യൽ ട്രേഡിംഗ് സെഷനിൽ മുന്നിട്ട് നിൽക്കുന്ന സെക്ടേഴ്സ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഏതായാലും അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നിഫ്റ്റി ഓട്ടോയിലേക്ക് വരുമ്പോഴേക്കും 1.92% ഒരു കുതിപ്പാണ്. ഇനി ഒരു ട്രേഡിംഗ് അവസാനിപ്പിക്കാനായിട്ട് 25 മിനിറ്റ്സ് മാത്രമാണ് ബാക്കി നിൽക്കുന്ന ഈ നിമിഷങ്ങളിൽ പോലും ഏകദേശം 1.5% മുകളിൽ അല്ലെങ്കിൽ ഒരു 2% ഒരു നേട്ടം നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. മാരുതി തന്നെയാണ് ഇതിലൊരു മേജർ ഗെയിനറായിട്ട് നിലനിൽക്കുന്നത്. ഒരുപക്ഷെ വിപണിയിലെ ഒരു ഭീമൻ എന്ന നിലയിൽ ഈ ഒരു പോസിറ്റീവ് ടോൺ തീർച്ചയായിട്ടും മാരുതിയെ സംബന്ധിച്ചിട്ടും പോസിറ്റീവായിട്ട് തന്നെ ഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മാരുതിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഡിസംബർ
ഡിസംബറിൽ അവരുടെ ക്വാർട്ടർലി നമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും പ്രോഫിറ്റബിലിറ്റിയിലടക്കം മികച്ച ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ അവരുടെ പ്രൊമോഷൻസും അതോടൊപ്പം തന്നെ അഡ്വർടൈസ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വർദ്ധിച്ചിട്ട് പോലും പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ട് നിലനിൽക്കാനായിട്ട് മാരുതി ഓഹരികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ പിൻബലത്തിൽ ആ ഒരു പേസിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ നിർമ്മല സീതാരാമന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ ഓട്ടോ സെക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവതരണം, അതിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടത്, ഒന്ന് ഈ ഒരു കൺസംഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. രണ്ടാമത്തേത് EV മേഖലയും അയോൺ ബാറ്ററീസ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമെന്ന അടക്കമുള്ള അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നതും ഓട്ടോ മേഖലയ്ക്ക് വലിയൊരു കുതിപ്പാണ് കാരണമായിരിക്കുന്നത്. അതിൻ്റെ ഒരു മുന്നേറ്റം ഇന്നിപ്പോൾ കാണുന്നുണ്ട്. പ്ലസ് TVS മോട്ടോഴ്സിലേക്ക് എത്തുകയാണെങ്കിലും 4.5% ഒരു നേട്ടം നൽകുന്നുണ്ട്. ഐഷർ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, M&M, എക്സൈഡ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ ഓഹരികളിലൊക്കെ വളരെ വ്യക്തമായിട്ടൊരു മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. സൂചികയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുമ്പോഴേക്കും 15 ഓഹരികളിൽ 9 ഓഹരികളും നേട്ടം നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. 6 ഓഹരികൾ മാത്രമാണ് നിലവിൽ ഒരു ഇടിവിലേക്ക് പോയിരിക്കുന്നത്. ഇനി ഇന്നത്തെ ഒരു അണ്ടർടോൺ ആയിട്ട് നിലനിൽക്കുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബ്രോഡർ മാർക്കറ്റാണ്. കാരണം ബ്രോഡർ മാർക്കറ്റിൽ നമ്മൾ രാവിലെ മാർക്കറ്റ് പ്ലസിൽ അടക്കം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപക്ഷെ ബഡ്ജറ്റ് വരുമ്പോൾ ഏറ്റവും അധികം മുന്നേറ്റം ഉണ്ടാകുന്ന മേഖല ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിലെ ഓഹരികൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്നതും ഒരുപക്ഷെ പലപ്പോഴും മൾട്ടി ബാഗേഴ്സ് ആയിട്ട് ഈ ബഡ്ജറ്റിന് ശേഷം മാറുന്നതും മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സ്പേസിൽ നിന്നുള്ള ഓഹരികളായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെ പരിശോധിക്കുമ്പോഴേക്കും അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് മിഡ് ക്യാപ് സ്പേസിൽ നിന്ന് കാണാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും മിഡ് ക്യാപ്പിനടക്കം അതിനോടൊപ്പം തന്നെ മിഡ് ക്യാപ് സ്പേസിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഇന്നിപ്പോൾ ഒരു ഇടിവിലേക്കാണ് മിഡ് ക്യാപ്പ് പോയിരിക്കുന്നത്. ഏകദേശം ഒരു 0.5% ഒരു ഇടിവിലേക്ക് പോയിട്ടുണ്ട്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുമ്പോഴേക്കും ബുൾസിന് ഒരു അല്പം ഡൊമിനൻസ് കുറവാണ്, അല്ലെങ്കിൽ ബിയേഴ്സിൻ്റെ ഒരു ഡൊമിനൻസ് ആണ് മിഡ് ക്യാപ്പ് സെലക്ട് സൂചികയിൽ കാണാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഐഡിയ, വോൾട്ടസ്, ഇൻ ഹോട്ടൽസ്, കോൾപാൽ, ഇൻഡസ് ടവർ തുടങ്ങിയ ഓഹരികളാണ് വലിയ തോതിലൊരു മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലകളിലും ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വോൾട്ടാസിൻ്റെ കേസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ വോൾട്ടാസ്, വേൾപൂള് തുടങ്ങിയ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികൾ, കൺസ്യൂമർ ഡ്യൂറബിൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികളുടെയൊക്കെ ഓഹരികൾ നമുക്ക് ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് ഇന്നിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി FMCGയിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ രാവിലെ മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേജർ പോർഷൻ എന്ന് പറയുന്നത് FMCG തന്നെയാണ്. കാരണം ബഡ്ജറ്റിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് ഡൈജസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഓഹരി അല്ലെങ്കിൽ ഒരു സെക്ടർ എന്ന് പറയുന്നത് FMCG ആണ്. FMCGയെ സംബന്ധിച്ചിട്ട് ലാർജ് ക്യാപ്പ് മാത്രമല്ല, അതിൻ്റെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സ്പേസിൽ പെട്ടിട്ടുള്ള വിവിധ ഓഹരികളിൽ നമുക്കൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. FMCGയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിലവിൽ 3.2% ഒരു നേട്ടം നൽകാൻ സാധിക്കുന്നുണ്ട്. റാഡിക്കോ, ഗോദ്രേജ് കൺസ്യൂമേഴ്സ്, അതിനോടൊപ്പം തന്നെ ITC, വരുൺ ബിവറേജസ് തുടങ്ങിയ ഓഹരികളിലേക്ക് ഇപ്പോഴും 5% മുകളിലുള്ള ഒരു നേട്ടമാണ് കാണുന്നത്. ഏതായാലും മാർക്കറ്റിന്റെ അവസാനത്തെ ഒരു 20 മിനിറ്റ്സിലുള്ള അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ്. കൂടുതൽ സ്റ്റോക്ക് ന്യൂസും ബഡ്ജറ്റിന്റെ അനാലിസിസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് ഫിനാലയിൽ വിഷ്ണു നിങ്ങളോട് ചേരുകയാണ്. ഓവർ ടു യു വിഷ്ണു. മാർക്കറ്റ് ഫിനാലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ബഡ്ജറ്റ് ഡേ വളരെ ഒരു നിർണായകമായൊരു ദിവസമായിരുന്നു ഇന്ത്യയിലെ പൊതുജനത്തിനും നമ്മുടെ ഒരു മാർക്കറ്റിനും. ഏതായാലും നമ്മുടെ ഒരു ബഡ്ജറ്റ് ഇന്നിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ബഡ്ജറ്റിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇംപ്രഷൻ നോക്കുമ്പോൾ ഒരു കൺസപ്ഷൻ ഡ്രിവൺ ബഡ്ജറ്റാണ് നിർമ്മല മേഡം അവതരിപ്പിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സിനുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം, അതായത് 12 ലക്ഷം വരെയുള്ള ഇൻകം ഉള്ളവർ ഇൻകം ടാക്സിൽ നിന്നുള്ള ഒരു എക്സെപ്ഷനാണ് ഇന്നത്തെ ഒരു എടുത്തു പറയേണ്ടതായ ഒരു തീരുമാനമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് കൂടുതലും ഈ ഒരു തീരുമാനം സാലറീഡ് പീപ്പിളിനെ മുൻനിർത്തി ആണ് ഈ ഒരു തീരുമാനം എടുത്തതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അവരുടെ ഒരു ഇൻകത്തിൽ ഒരു വർധനവ് ഇനി ഉണ്ടാകാനുള്ള ഒരു വലിയ സാധ്യത തന്നെ കാണുന്നുണ്ട് ഈ ഒരു ടാക്സ് എക്സെപ്ഷൻ ലഭിച്ചത് കാരണം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കൂടുതൽ ഒരു ബൈയിങ് ടെൻഡൻസി മാർക്കറ്റിലോട്ട് വരികയും ഇത് കൂടുതലായി FMCG പ്രൊഡക്റ്റ് കൂടാതെ കൺസ്യൂമർ ഡ്യൂറബിൾ പ്രൊഡക്റ്റ്
നെഫ്റ്റ് എന്നിവയിലേക്കുള്ള ഒരു പർച്ചേസിംഗ് പവർ വർദ്ധിപ്പിക്കുമെന്നാണ് നമുക്ക് ഏതായാലും കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു ബഡ്ജറ്റ് വളരെ നിർണായകമായൊരു ബഡ്ജറ്റ് തന്നെയായിരുന്നു. കൂടാതെ ഈ ഒരു ബഡ്ജറ്റ് മുഖേന ഇനി വില കുറയാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കൺസ്യൂമർ ഡ്യൂറബിൾസിനും FMCGക്കൊക്കെ വലിയൊരു പ്രാധാന്യം കാണാൻ സാധിക്കുന്നുണ്ട്. LED TV, LCD TVകൾക്കൊക്കെ വില കുറയും. കൂടാതെ മൊബൈൽ ഫോണുകൾ വില കുറയുന്നൊരു കാര്യമാണ്. കൂടാതെ ലെതർ ബെൽറ്റുകൾ, ലെതർ ഷൂസുകൾ, കൂടാതെ ശീതീകരിച്ച മത്സ്യം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വില കുറയാനുള്ളൊരു സാധ്യത നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇനി ഒരു ബഡ്ജറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി 50യിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലെവല് ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു നെഗറ്റീവ് രീതിയിലാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലെവലെന്ന് പറയുന്നത് 23,494 എന്നൊരു ലെവലിലാണ്. 14 പോയിൻറ്റിൻ്റെ ഒരു ചെറിയ ഇടിവിന്ന് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും മാർക്കറ്റിൽ ഒരു ബഡ്ജറ്റ് തുടങ്ങിയ ശേഷം ഒരു ആദ്യ സെക്ഷൻ പരിശോധിക്കുമ്പോൾ ഒരു 12 മണിക്ക് മുമ്പ് ഒരു ചെറിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും നിഫ്റ്റി അവിടെ നിന്ന് ചെറിയൊരു കറക്ഷൻ എടുത്തുകൊണ്ട് ഒരു ഫ്ലാറ്റ് നോട്ടിലേക്ക് ഏതായാലും മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്യാറാകുന്ന ഒരു നിമിഷം എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബാങ്കിങ് സൂചിക പരിശോധിക്കുമ്പോഴും നമുക്കത് വ്യക്തമായി കാണാൻ സാധിക്കും. 49,536 എന്നൊരു ലെവലിൽ 50 പോയിൻറ്റിൻ്റെ ഒരു ഇടിവിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയും ട്രേഡിംഗ് തുടരുന്നത്. വലിയ രീതിയിലുള്ള ഒരു ഇടിവ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു ഇടിവ് മാത്രമാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്ത ലെവല് 23,528 എന്നൊരു ലെവലായിരുന്നു. ഇന്നത്തെ ഇൻട്രാഡേ ഹൈ ആയി രേഖപ്പെടുത്തിയത് 23,632 ലോവർ ലെവലിൽ 23,318 എന്നൊരു ലെവലിലുമാണ് നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് നടന്നത്. ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു അവസാന സമയമായി എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഡ്വാൻസായി 21 ഓഹരികൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഡിക്ലൈനായി 30 ഓഹരികളാണ് ഇപ്പോൾ നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു നേട്ടം പരിശോധിക്കുമ്പോൾ നിഫ്റ്റി 50യിൽ ഏറ്റവും മുന്നിൽ ഇന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു ഓഹരി ട്രെൻഡിൻ്റെ ഓഹരിയാണ്. 7.7% മികച്ചൊരു നേട്ടം ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ITC ഹോട്ടൽ ഇന്നൊരു ശ്രദ്ധേയമായ ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. നിഫ്റ്റി 50യിൽ 5% ഒരു നേട്ടത്തിലേക്ക് ഈ ഒരു ഓഹരി എത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ ഒരു വീക്കിൽ ലിസ്റ്റ് ചെയ്ത ഈ ഒരു ഓഹരി ആദ്യത്തെ ഒരു തുടർച്ചയായുള്ള ഒരു ട്രേഡിംഗ് സെഷനുകളിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് മുന്നേറിയത്. എന്നാൽ ഇന്ന് ഈ ഒരു സ്റ്റോക്ക് വലിയൊരു നേട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ന് ഓട്ടോ സെക്ടറിൽ നിന്നുള്ള മാരുതിയാണ് മറ്റൊരു സ്റ്റോക്ക്. 4.8% ഒരു നേട്ടം മാരുതിയുടെ ഓഹരിയിലുണ്ട്. ടാറ്റ കൺസ്യൂമേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ FMCG സെക്ടർ വലിയ ഒരു പ്രാധാന്യം ഇന്നത്തെ ഒരു ബഡ്ജറ്റിന് ശേഷം അർഹിക്കുന്നുണ്ട്. ഇന്നൊരു ടാറ്റ കൺസ്യൂമേഴ്സും മികച്ച ഒരു നേട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. 4.47%. കൂടാതെ ഏഷ്യർ മോട്ടോഴ്സാണ് മറ്റൊരു ഓഹരി 3.8% ഒരു നേട്ടം നിലനിർത്തുന്നുണ്ട്. ഇനി നിഫ്റ്റി 50യിലെ ഇടിവ് പരിശോധിക്കുമ്പോൾ ഇന്ന് ഏറ്റവും ഇടിവിലുള്ള ഒരു സ്റ്റോക്ക് പവർ ഗ്രിഡ് ആണ്. 3.6% ഒരു ഇടിവാണ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. BELൻ്റെ ഓഹരിയിൽ 3.5% ഇടിവും L&Tയുടെ ഓഹരിയിൽ 3% ഒരു ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. കോൾ ഇന്ത്യ ഇന്ന് 2% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഗ്രാസിമിൻ്റെ സ്റ്റോക്കിനും 2.5% ഒരു ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇപ്പോഴത്തെ ഒരു NSEയിലെ ഒരു ട്രേഡിംഗ് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 2779 സ്റ്റോക്കുകളിലാണ് ഇപ്പോൾ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 1487 ഓഹരികളിൽ ഒരു അഡ്വാൻസ് ആയാണ് ട്രേഡിംഗ് തുടരുന്നത്. 1210 സ്റ്റോക്കുകൾ ഡിക്ലൈനായി 82 സ്റ്റോക്കുകൾ അൺചേഞ്ച്ഡ് ആയിട്ടും ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ പ്രകടനം ഒന്ന് വിലയിരുത്താം. ഇന്നത്തെ ഒരു ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത ലെവല് 49,592 എന്നുള്ളതാണ്. ഇൻട്രാഡേ ഹൈ ആയി രേഖപ്പെടുത്തിയത് 50,009 48,925 ആണ്. കൂടാതെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ വരുന്നത് 5 സ്റ്റോക്കുകൾ ഇപ്പോൾ അഡ്വാൻസായും 7 സ്റ്റോക്കുകളിലൊരു ഡിക്ലൈൻ ആയിട്ടുള്ള ട്രേഡിംഗ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്കൊരു നേട്ടത്തിലുള്ള ബാങ്ക് നിഫ്റ്റിയിൽ പ്രധാനമായി നേട്ടത്തിലുള്ള ഓഹരികൾ പരിശോധിക്കുമ്പോൾ ഇൻഡസൻ ബാങ്ക് 2% നേട്ടത്തിലാണ്. ആക്സിസ് ബാങ്ക് 1.21% നേട്ടം നിലനിർത്തുന്നു. ICIC ബാങ്ക്, AU ബാങ്ക്, കോട്ടക് ബാങ്ക് എന്നീ ഓഹരികളൊക്കെ തന്നെ 0.5% താഴെയുള്ള ഒരു ചെറിയ ഇടിവും രേഖപ്പെടുത്തുന്നുണ്ട്. ഇടിവ് പരിശോധിക്കുമ്പോൾ IDFC ഫസ്റ്റ് ബാങ്ക് 2% ഇടിവാണ്. ഫെഡറൽ ബാങ്ക് 1.58% ഇടിവുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, SBI എന്നീ ഓഹരികളൊക്കെ ഒരു ഇടിവിലാണ് ഇന്നിപ്പോൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഏറ്റവും പ്രധാനമായി നമുക്ക് സെക്ടറൽ ഇൻഡെക്സുകളുടെ ഒരു പെർഫോമൻസ് ഇന്ന് വിലയിരുത്താം. ഇന്നെന്തായാലും മാർക്കറ്റിൽ ഈ ഒരു ബഡ്ജറ്റിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓട്ടോ സെക്ടറിൽ വലിയൊരു മുന്നേറ്റം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. 2% ഒരു മുന്നേറ്റമാണ് ഇന്നിപ്പോൾ ഓട്ടോ സെക്ടറിൽ കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ടർ FMCG തന്നെയാണ്. കാരണം 2.98% എന്ന വലിയൊരു മുന്നേറ്റത്തിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. കൂടാതെ മീഡിയ നേട്ടത്തിലാണ്. എന്നാൽ IT 1.5% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മാർക്കറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഇന്നിപ്പോൾ മാർക്കറ്റിൽ നമ്മുടെ കൂടെ ചേരുന്നത് ഗസ്റ്റായിട്ട് ചേരുന്നത്
KV വിപിൻ ചന്ദ്രൻ സാറാണ്, സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹത്തിലോട്ട് നമുക്ക് എന്തായാലും കിടക്കാം. സാർ, വെൽക്കം ടു ദ ഷോ. സാർ വെൽക്കം. സാർ, നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇന്ന് ബഡ്ജറ്റ് എന്തായാലും ഇന്നത്തെ ഒരു വളരെ നിർണായകമായൊരു ബഡ്ജറ്റായിരുന്നു നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. ഏതായാലും ബഡ്ജറ്റിൽ നമുക്ക് പ്രധാനമായി ഇന്ന് എടുത്തു പറയേണ്ട ഒരു സെക്ടറുകൾ എന്ന് പറയുന്നത് EV, അഗ്രികൾച്ചർ, MSME, ഇൻവെസ്റ്റ്മെൻറ്റ്, ആ സെക്ടറുകളൊക്കെയാണ്. അതിലെനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത് EV സെക്ടറിൽ ഇന്ന് എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരുന്നു ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്? കാരണം ഈ ഒരു അനൗൺസ്മെൻറ്റിൽ EV സെക്ടറിന് വളരെ ഗുണകരമായൊരു കാര്യമെന്ന് പറയുന്നത് ലിഥിയം ബാറ്ററി സെക്ടറിന് നൽകിയ ചില പ്രാധാന്യമാണ്. കാരണം അവരുടെ ഒരു ടാക്സിലൊക്കെ വളരെയധികം രീതിയിലുള്ള ഒരു റിഡംഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സാർ ഈ ഒരു ലിഥിയം ബാറ്ററി സെക്ടറിൽ, അതായത് EV സെക്ടറിൽ എന്തൊക്കെ ഒരു പ്രഖ്യാപനങ്ങളാണ് ഇന്ന് മേഡം നടത്തിയത്? ഇവിടെ ഇന്നത്തെ ബജറ്റ് കൊണ്ട് നമ്മൾ ഒന്ന് വിലയിരുത്തുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കാണുന്നത് ഇവിടുത്തെ EV വാഹന വിപണിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ നമ്മളൊരു കഴിഞ്ഞ ഒരു 3-4 മാസത്തെ ഒരു ട്രെൻഡ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു ഷിഫ്റ്റ്, നമ്മളൊരു പഴയ കൺവെൻഷൻ മോഡിൽ നിന്നുള്ള ഒരു ഷിഫ്റ്റിലേക്ക്, ഒരു EVയിലേക്കുള്ള ഒരു തരംഗം വളരെ സീരിയസ് ആയ രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പം അതിനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു നയമാണ് ഇപ്പൊ ഈ ലിഥിയം ബാറ്ററിന്റെ കേസിൽ. അതിലൊരു കംപ്ലീറ്റ് എക്സംഷൻ, ഒരു 35 അഡീഷണൽ ക്യാപിറ്റൽ ഗുഡ്സിന് ഒരു കംപ്ലീറ്റ് എക്സംഷൻ, കസ്റ്റംസ് താരിഫ് എക്സംഷൻ കൊടുത്തിട്ടുണ്ട് ആ ലിഥിയം അയൺ ബാറ്ററിന്റെ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പം ഒരു 3-4 മാസത്തെ ഒരു ട്രെൻഡ് എടുത്ത് നോക്കിയാൽ ടാറ്റ മോട്ടോഴ്സ് ഓൾറെഡി ഒരു വലിയ മേജർ പ്ലെയർ ആയിട്ട് EV ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം പുതിയ രീതിയിലേക്കുള്ള പുതിയ പ്ലെയേഴ്സ്, പിന്നെ മഹീന്ദ്രനെ പോലുള്ള പുതിയ പ്ലെയേഴ്സ് കൂടി വരുന്നു. അപ്പം വളരെ ഇന്ത്യയിലുള്ള ഇനി ഒരു നെക്സ്റ്റ് ഒരു 2025-26 ഒരു ഇലക്ട്രോണിക് വെഹിക്കിളിന്റെ ഒരു യുഗമായിട്ട് മാറാനുള്ള ഒരു സാധ്യത, ഒരു ആക്സിലറേഷൻ ഉപകരിക്കുന്ന രീതിയിലേക്കാണ് പിന്നെ ഈ പ്രാവശ്യത്തെ ഈ ബജറ്റിലുള്ള ഈ കസ്റ്റംസ് ടാരിഫിൽ ഉണ്ടാവുന്ന ആ ഒരു എക്സംഷൻ. അതിനൊപ്പം നമ്മുടെ ഇപ്പം ഇൻകം ടാക്സിലുണ്ടായ ഒരു വലിയ രീതിയിലേക്ക് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്, ആ ഡ്രാസ്റ്റിക് ചേഞ്ച് കൂടി ഡയറക്റ്റ് ഓർ ഇൻഡയറക്ട്ലി അത് ഈ EV സെക്ടറിനെ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആസ് എ ഹോൾ ബാധിക്കും. അത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അത് EV സെക്ടറിന് കൂടി അത് ഗുണകരമാവുന്ന രീതിയിലേക്കാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ഫാസ്റ്റ് മൂവിങ് FMCG പ്രോഡക്ട്സിന്റെ കേസിൽ വലിയ രീതിയിലേക്കുള്ള ഇപ്പം ഇന്ന് തന്നെ നമുക്ക് ഷെയർ മാർക്കറ്റിലെ ട്രെൻഡ് എടുത്ത് നോക്കിയാൽ ആ ഒരു മേഖലയ്ക്ക് ഒരു ഉണർവ് കാണുന്നുണ്ട്. മറ്റു മേഖലയോട് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു ഉണർവ് കാണുന്നുണ്ട്. അതിനൊപ്പം പിന്നെ ആ FMCG കാണുന്ന അതിന്റെ റിഫ്ലക്ഷൻസ് FMCGയിൽ മാത്രമല്ല ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിന് തന്നെ ഒരു ആസ് എ ഹോൾ എന്ന രീതിയിലേക്കും ഒരു വലിയൊരു മാറ്റം വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അവിടെ തന്നെ നമ്മളിപ്പം ഇതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ്? കാരണം ഇപ്പോഴത്തെ വെറും ഒരു EV സെക്ടറിന്റെ മാത്രമല്ല, ഒരു നോർമലി ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിന് ഇതെങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നത് നമ്മൾ വിലയിരുത്തുമ്പോൾ, പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ ഇൻകം ടാക്സിൽ ഉണ്ടായ ചേഞ്ചുകൾ അത് നേരിട്ട് ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പിന് മാത്രം ബാധിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ പലപ്പോഴും ഒരു ചർച്ച കൊണ്ടുപോകുന്നത്. പക്ഷെ ആ രീതിയിലല്ല. ഇപ്പൊ മിഡിൽ ഇൻകം ഗ്രൂപ്പിന് അത് മെച്ചം കിട്ടുന്നുണ്ടെങ്കിൽ ആ മെച്ചം പലപ്പോഴും നമുക്കറിയാം ഇന്ത്യയിലെ ഇപ്പോഴത്തെ നിലവിലുള്ള മിഡിൽ ഇൻകം ക്രൈസിസ് എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്ത്യയിലെ മിഡിൽ ഇൻകം ക്രൈസിസ് കഴിഞ്ഞ ഒരു 4-5 വർഷത്തിൽ അതിന്റെ ഏറ്റവും പീക്ക് പൊസിഷനാണ്. ഒരു ഹൈ ഇൻഫ്ലേഷണറി പ്രഷർ ഉണ്ട്, പിന്നെ മിക്ക സാധനങ്ങൾക്ക് വിലക്കയറ്റമുണ്ട്. ഇപ്പൊ ഒരു ഗ്ലോബൽ പൊളിറ്റിക്കൽ ഇക്കണോമിക് അൺസർട്ടനിറ്റി ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അതിനൊപ്പം അമേരിക്കയിൽ പുതിയ സർക്കാർ വന്നു. ആ പുതിയ സർക്കാരിന് വന്നതിന് ശേഷമുള്ള ഇനി ടെക്നോളജിക്കൽ ഷിഫ്റ്റിലേക്കാണ് പോകുന്നത്. ഇത് നമ്മൾ കൺവെൻഷൻ മോഡിലുള്ള ഒരു അനാലിസിസിലേക്ക് ഇനി കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ടെക്നോ ഇക്കണോമിക് ഷിഫ്റ്റിലേക്കാണ് ലോകം തന്നെ മാറുന്നത്. അപ്പൊ ആ ടെക്നോ ഇക്കണോമിക് ഷിഫ്റ്റിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളിപ്പം കണ്ടു ചാറ്റ് GPTക്ക് പകരം വരുന്ന ഡീപ് സീക്ക് അടക്കം വന്നു. അപ്പൊ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ ഈ ഒരാഴ്ച എന്നില്ല നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ടെക്നോളജി എഫക്ട്സ് നമ്മൾ ഷെയർ മാർക്കറ്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ടെക്നോളജിക്കൽ എഫക്ട്സ് എങ്ങനെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് പിന്നെ അഫക്ട് ചെയ്യുന്നു ഇല്ലത് ഒരു സൈഡ്.
അതിനൊപ്പം ഈ ഇൻകം ടാക്സിൽ ഉണ്ടാവുന്ന ഈ എന്താ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്, ആ ഡ്രാസ്റ്റിക് ചേഞ്ച് പലപ്പോഴും നമ്മൾ ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പിന് പലപ്പോഴും അത് വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞാൽ 1 ലക്ഷം രൂപയുള്ള ഒരു പർട്ടിക്കുലർ വ്യക്തിക്കാണെങ്കിൽ ഇൻകം ടാക്സിന്റെ 12 മാസത്തേക്ക് 12 ലക്ഷം രൂപ ടാക്സ് എക്സംഷൻ കിട്ടുന്ന രീതിയിലേക്ക് പോകും. അതിന് മേലേക്ക് വരുന്ന അപ് ടു ഒരു 25 ലാക്ക് വരെയുള്ള ഒരു ഇൻകം ഉള്ള ഒരു ഗ്രൂപ്പിനാണെങ്കിൽ അറൌണ്ട് ഒരു 80,000 ടു അറൌണ്ട് 1.14, അതാണ് കറക്റ്റ്, ഒരു 1.14 1,14,000 വരെയുള്ള ഒരു ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു 20 ലക്ഷം രൂപയുള്ള ഒരു വ്യക്തിനെ എടുത്ത് പരിശോധിച്ചാൽ ആ 20 ലക്ഷം രൂപ കിട്ടുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് 1 ലക്ഷം രൂപേന്റെ അടുത്ത് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുമ്പോൾ ആ ടാക്സ് ബെനിഫിറ്റ് എങ്ങോട്ട് മാറ്റും? അവിടെയാണ് ഈ ടാക്സ് ബെനിഫിറ്റ് മാറ്റുമ്പോൾ അതിന് ഇൻഡിക്കേഷൻസ് ഒന്ന്, അദ്ദേഹം മാസീവായ ഒരു കൺസംഷനിലേക്ക് പോകും. ആ മാസീവായ കൺസംഷൻ പോകുമ്പോൾ അത് നമ്മുടെ FMCG സെക്ടറിനെ, FMCG പ്രോഡക്ട്സിനെ, FMCG സെക്ടേഴ്സിനെ ഒരു ബൂസ്റ്റ് ചെയ്യും. അതിനൊപ്പം അത് ഓട്ടോമൊബൈൽ മേഖലക്ക് കൂടി ഒരു ഉണർവിന് വരും. ആ ഉണർവിൽ അവിടെ തന്നെ നമുക്ക് ഈ ലിഥിയം ബാറ്ററി എല്ലാം മെച്ചപ്പെട്ട ഒരു കസ്റ്റംസ് താരിഫ് എല്ലാം കിട്ടുമ്പോൾ അത് പിന്നെ EV സെക്ടർ ഒരു ഫാസ്റ്റ് ചേഞ്ചിങ്, കാരണം അതിന്റെ ഒരു സ്ലോ പേസ് നിന്ന് ഒരു നെക്സ്റ്റ് ഫേസിലേക്ക് പറഞ്ഞ ഒരു ഫാസ്റ്റ് പേസിലേക്ക് മാറാനുള്ള രീതിയിലേക്ക്. അതുകൊണ്ട് ഈ മേഖലയിലാണ് ഈ ഒരു സെക്ടറിൽ ഈ സെക്ടർ സ്പെസിഫിക് ആയിട്ട് FMCG ഓട്ടോമൊബൈലിൽ ഈ സെക്ടർ സ്പെസിഫിക്കിനാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു ഫാസ്റ്റ് ചേഞ്ചിങ് അല്ലെങ്കിൽ ഒരു ബിഗ് ഹൈക്ക് വരാനുള്ള സാധ്യത കാണുന്നു. അതിനൊപ്പം നമ്മൾ ഈ ഷെയർ മാർക്കറ്റിന് വേറൊരു രീതിയിലൊന്ന് വിലയിരുത്താൻ പറ്റും. കാരണം ഈ മിഡിൽ ഇൻകം ഗ്രൂപ്പിന്റെ കഴിഞ്ഞ ഒരു 3 വർഷത്തെ ഒരു ട്രെൻഡ് എടുത്തു നോക്കിയാൽ ഇപ്പം SIPയിലുള്ള കോൺട്രിബ്യൂഷൻ, ഇപ്പൊ SIPയിലേക്കുള്ള പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇപ്പം ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വരുന്നവരുടെ എണ്ണം അതെല്ലാം കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനിടയിൽ ആഫ്റ്റർ കോവിഡിന് ശേഷം ഒരു ബിഗ് ഹൈക്ക് കാണുന്നുണ്ട്. ആ ബിഗ് ഹൈക്കിൽ ആ SIPയിലേക്കുള്ള നിക്ഷേപത്തിന് ഇനി കൂടുതൽ നിക്ഷേപങ്ങൾ വരാനില്ല. അല്ലെങ്കിൽ ഈ മിഡിൽ ഇൻകം ഗ്രൂപ്പുകാർ ഈ ടാക്സ് സേവിങ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് പലപ്പോഴും ഈ രീതിയിലേക്ക് ഒരു ഷെയർ മാർക്കറ്റ് ആൾട്ടർനേറ്റീവ് സേവിങ് എന്ന രീതിയിൽ ബാങ്കിലൊന്നും നിക്ഷേപിക്കാതെ അതൊരു ഓൾട്ടർനേറ്റീവ് സേവിങ് എന്ന നിലയിൽ ഷെയർ മാർക്കറ്റിലേക്ക് വരാനുള്ളത്. അപ്പം പലപ്പോഴും നമ്മൾ ഇതൊരു മൾട്ടിപ്ലയർ എഫക്ട്സ് ആണ്. കാരണം പറഞ്ഞാൽ മൾട്ടിപ്ലയർ എഫക്ട്സ് ഒരു ഇൻകം ടാക്സിൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ് ഒരു പർട്ടിക്കുലർ മേഖലയിൽ മാത്രമല്ല, അത് എക്കോണമി ആസ് എ ഹോൾ. അതാണ് ഇതിന്റെ ഇപ്രാവശ്യത്തെ ബജറ്റിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. എക്കോണമി ആസ് എ ഹോൾ അത് നേരിട്ടോ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എല്ലാ മേഖലയെയും ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന്റെ ഫസ്റ്റ് റിഫ്ലക്ഷൻസ് കാണുന്നത് അതാണ് ഇന്നത്തെ ഷെയർ മാർക്കറ്റിന്റെ ഒരു ചേഞ്ചസ് നോക്കിയാൽ അതിന്റെ ഫസ്റ്റ് റിഫ്ലക്ഷൻസ് ആണ് ഈ FMCG സെക്ടറിലും ഓട്ടോമൊബൈൽ സെക്ടറിലും കാണുന്നത്. പക്ഷെ വരും ഭാവിയിൽ അത് ഈ കൺസ്യൂമർ പ്രോഡക്ട്സിന്റെ കേസിലേക്ക് ഒരു ബിഗ് ഹൈക്ക് വരാൻ ഉള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇന്നത്തെ പല ഷെയറിന്റെ ഇതെടുത്ത് പരിശോധിച്ച് നോക്കും, പലപ്പോഴും ഈ ഗവൺമെന്റ് സെക്ടറുകളിലുള്ള ഷെയറിന് അത്ര ഒരു ബിഗ് ഹൈക്ക് കാണുന്നില്ല. പക്ഷെ അതിനൊപ്പം നമ്മുടെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബജറ്റിൽ പറഞ്ഞാണ് FDIന്റെ നിക്ഷേപം 100% ആക്കി. അപ്പൊ 100% FDI ഒരു വിദേശ നിക്ഷേപം സ്വീകരിക്കുന്ന ഒരു അവസ്ഥ വന്ന സമയത്ത് കുറേയും കൂടി ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വരാനുള്ള കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒരു ഡൈനാമിക് ആയ ഒരു ഫാസ്റ്റ് ചേഞ്ചിങ് എക്കോണമി ആയ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്നത്തെ ബജറ്റിൽ നമ്മൾ പലപ്പോഴും വളരെ ഇൻഡെപ്ത് ആയിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്നുണ്ട് ഈ നാഷണൽ അസറ്റ് മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ. ആ നാഷണൽ അസറ്റ് മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ 2021 ഇന്ത്യയിലെ അസറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അസറ്റ് ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പുതിയൊരു വേർഷൻ, റിഫൈൻഡ് വേർഷനാണ്. അപ്പം അത് തന്നെ 2021 ലക്ഷ്യം വെച്ചത് 2021 തൊട്ട് 2025 കംപ്ലീറ്റ് ചെയ്യുന്ന ആ ലക്ഷ്യം വെച്ച ടാർഗറ്റും കംപ്ലീറ്റ് ഒന്ന് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പറഞ്ഞാൽ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല പറഞ്ഞാൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പബ്ലിക് അസറ്റ്സിന്റെ ഒരു വിപണനം ആ വിചാരിക്കുന്ന രീതിയിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിന് കാരണം ആ സമയത്ത് ഈ പിന്നെ കോവിഡിന്റെ
ഒരു സപ്ലൈ ചെയിൻ ബ്രേക്ക് ചെയ്തു, ഒരു എക്കോണമി ഹൈലി ഒരു ഡിസ്റപ്റ്റ് ചെയ്ത ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പം പക്ഷേ ഈ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ തന്നെ 50,000 കോടി രൂപയായിരുന്നു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഫോക്കസ് ചെയ്തത്. പക്ഷേ ഈ വർഷത്തെ ബജറ്റിൽ ഒരു പ്രത്യേക രീതിയിൽ പറയുന്നുണ്ട്, അതിൽ അത് 20 ലക്ഷം കോടി രൂപയാണ്. അപ്പം ഒരു സൈഡിൽ മിഡിൽ ഇൻകം പാക്കേജസ് അല്ലെങ്കിൽ മിഡിൽ ഇൻകം ക്രൈസിസ് അഡ്രസ് ചെയ്യുന്ന പാക്കേജസ് കൊണ്ട് ഒരു സൈഡിൽ പോകുന്നു. അപ്പം അത് ഇൻഡയറക്ട്ലി ഷെയർ മാർക്കറ്റിന് ഗുണകരമായി മാറും. അതിനൊപ്പം അപ്പർ സൈഡിൽ പുതിയ ലിബറലൈസ്ഡ് നയങ്ങൾ കൃത്യമായിട്ട് ഫാസ്റ്ററായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നു. അതിന്റെ ബൈ പ്രോഡക്ട്സ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞ നാഷണൽ അസറ്റ് മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ, ഇപ്പം ഈ FDIന്റെ 100%, ഇൻഷുറൻസ് സെക്ടറിൽ FDIന്റെ 100% ഇൻഷുറൻസ്. അപ്പം പലപ്പോഴും അതിൽ നിന്ന് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് പലപ്പോഴും ഗവൺമെന്റ് ഷെയറുകൾക്ക് അത് മെച്ചം കിട്ടുന്നില്ല. അപ്പം ഗവൺമെന്റ് ഷെയറുകൾക്കാണ് ഇന്നത്തെ തന്നെ നമ്മളൊരു മാർക്കറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഗവൺമെന്റ് ഷെയറിന് ഒരു ബൂസ്റ്റ് കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു ഇൻഡിക്കേഷൻസ് ഇല്ല. അത് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ ഭാവിയിൽ അത് കൂടുതൽ ഒരു ഹൈലി വോളട്ടൈൽ ആവുന്ന ഒരു മാർക്കറ്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് ഇന്നലെ നമ്മൾ പബ്ലിഷ് ചെയ്ത ഇക്കണോമിക് സർവേയും ചില ഇൻഡിക്കേഷൻസ് തരുന്നുണ്ട്. ആ ഇക്കണോമിക് സർവേ കൊടുത്ത ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു ഇൻഡിക്കേഷൻ ഇന്നലെ ഇക്കണോമിക് സർവേ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഷെയർ മാർക്കറ്റിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. കാരണം പറഞ്ഞാൽ ജാഗ്രത പാലിക്കാനുള്ള പറയുന്നതിന് കാരണം ഒരു ഹൈലി കോംപ്ലക്സ് ആയ ഒരു ഒരു ഗ്ലോബൽ ഇക്കണോമിക് സിറ്റുവേഷൻ ആണ് നമ്മൾ പലയിടത്തും നമ്മളിപ്പം ഇന്നലെ വന്ന ഇക്കണോമിക് സർവേയിൽ തന്നത് ഇക്കണോമിക് ഗ്രോത്ത് ഒരു ഓൺ ആൻ ആവറേജ് ഒരു 6.4 ഓർ 6.5 ഇൻ ബിറ്റ്വീൻ 6 to 6.5% ഇടയിലായിരിക്കുന്നതാണ് നെക്സ്റ്റ് ഇയറിൽ വന്നത്. അപ്പം ഗ്ലോബൽ ലെവലിൽ തന്നെ ഓരോരിടത്ത് പരിശോധിച്ച് നോക്കിയാലും നമ്മുടെ ഒരു സാമ്പത്തിക വളർച്ച ഒരു ചെറിയ ഒരു സ്ലോ ഡൗൺ ഫേസിലുണ്ട്. പിന്നെ ഈ ജിയോ പൊളിറ്റിക്കലായ കുറെ ടെൻഷൻസ് നിലനിൽക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല ഈ ചൈന അമേരിക്കയിലെ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ട്രേഡ് വാർ, ഒരു സമാനമായ അവസ്ഥ. പിന്നെ അതുപോലെ ഹൈലി ഫാസ്റ്ററായ ഒരു ടെക്നോളജിക്കൽ ഷിഫ്റ്റ്. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് അസസ് ചെയ്യുമ്പം നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് ഈ ഇൻകം ടാക്സ് പരിഷ്കാരത്തിലൂടെ ശരിക്കും സർക്കാരിന് 1 ലക്ഷം കോടി രൂപയാണ് നഷ്ടം വരുന്നത്. പക്ഷെ ആ 1 ലക്ഷം കോടി രൂപ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റിമുലസ് പാക്കേജ് ആണ്. അതൊരു സ്റ്റിമുലസ് പാക്കേജ് ആയിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അത് 1 ലക്ഷം കോടിയുടെ ഒരു സ്റ്റിമുലസ് പാക്കേജ് ഇന്ത്യയിൽ നടപ്പിലാക്കി. ഈ 1 ലക്ഷം രൂപേന്റെ 1 ലക്ഷം കോടി രൂപേന്റെ സ്റ്റിമുലസ് പാക്കേജ് നടപ്പിലാക്കുമ്പോൾ ആ സ്റ്റിമുലസ് പാക്കേജ് ഇന്ത്യയുടെ എല്ലാ മേഖലയും, അതാണ് പറയുന്നത്, അടിസ്ഥാന മേഖല തൊട്ട് എല്ലാ മേഖലയെയും ബാധിക്കുന്ന രീതിയിലേക്കും ഒരു റൂറൽ കൺസംഷൻ ഡിമാൻഡ് അടക്കം ആക്സിലറേറ്റ് ചെയ്യും. റൂറൽ കൺസംഷൻ തൊട്ട് ഒരു അർബൻ ലെവലിലേക്ക് അപ്പൊ ഇതിന് വലിയ രീതിയിലെ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം പറഞ്ഞാൽ ആ രീതിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പം നമ്മുടെ 1 ലക്ഷം കോടി രൂപയുടെ ഒരു പാക്കേജ് ആയിട്ടാണ്. കാരണം സർക്കാരിന്റെ നഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ അത് അങ്ങനെ പറയുക, സർക്കാർ ഇന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു, നിർമ്മല സീതാരാമൻ പറഞ്ഞു 1 ലക്ഷം കോടി രൂപേന്റെ നഷ്ടമാണ്. അപ്പം 1 ലക്ഷം കോടി രൂപേന്റെ നഷ്ടം അത് ക്ലിയർലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ പിന്നെ ഒരു സൈഡിൽ അത് നഷ്ടമാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഒരു ഇന്ത്യ പോലുള്ള ഒരു ഫാസ്റ്റ് മൂവിങ് എക്കോണമിയിൽ ഏറ്റവും വലിയ രീതിയിലേക്കുള്ള ഒരു സ്റ്റിമുലസ് പാക്കേജ് ആയിട്ട് മാറണം. അപ്പൊ ആ സ്റ്റിമുലസ് പാക്കേജ് ആയിട്ട് മാറുമ്പം അതിന് ഓപ്പോസിറ്റ്, അപ്പം ഡയറക്ട് ടാക്സിൽ 1 ലക്ഷം കോടി രൂപേന്റെ നഷ്ടം വരുമ്പോൾ ഇൻഡയറക്ട് ടാക്സിൽ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി സർക്കാരിന് വരുന്ന വരുമാനം ഏതെല്ലാം മേഖലയിലായിരിക്കും. അപ്പൊ ഇൻഡയറക്ട് ടാക്സസിന്റെ വരുമാനമായിട്ട് വരുന്നത്, ഉദാഹരണത്തിന് GSTയിൽ നിന്ന് വരുമാനം ഉണ്ടാവും, സർക്കാർ ഏർപ്പെടുത്തുന്ന സെസ് സർചാർജുകളിൽ നിന്ന് വരുമാനം ഉണ്ടാവും. പിന്നെ അതിനൊപ്പം വാഹന വിപണി ഉണരും. അപ്പം വാഹന വിപണി ത്രൂ മറ്റ് ടാക്സ് വരുമാനം വരും. പിന്നെ പെട്രോളിയം പ്രോഡക്ട്സിന്റെ ഉപയോഗം കൂടും. അങ്ങനെ ഓരോ മേഖലക്കും അതിന്റെ ഗുണം ഉണ്ടാവും. അപ്പൊ ഓരോ മേഖല ഉണരും. അതാണ് പറഞ്ഞ ഒരു റീറ്റെയിൽ മേഖല ഉണരാനുള്ള ഒരു സ്റ്റിമുലസ് പാക്കേജ് ആയിട്ടും
ഇതിനെ നമുക്ക് വിലയിരുത്താൻ പറ്റും. സാർ, ഇപ്പോൾ എന്തായാലും മാർക്കറ്റ് ഇന്നത്തെ ഒരു ബഡ്ജറ്റ് ഡേയിന് ശേഷം ഇന്നിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റിന് ശേഷം സാറിലേക്ക് നമുക്ക് തിരിച്ചു വരാം. മാർക്കറ്റിൻ്റെ കൂടുതൽ ക്ലോസിംഗ് അപ്ഡേറ്റായി റിസർച്ച് ഡെസ്കിൽ നിന്നും ആനന്ദ് നമ്മുടെ കൂടെ ചേരുന്നതാണ്. ആനന്ദ്, ഗുഡ് ഈവനിങ്. ആനന്ദ്, ഗുഡ് ഈവനിങ് വിഷ്ണു. ആനന്ദ്, എന്തായാലും ഒന്ന് മാർക്കറ്റ് ഇപ്പോൾ ഒരു ബഡ്ജറ്റിന് ശേഷം ഒന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? യെസ് വിഷ്ണു, നമ്മൾ ഇന്നത്തെ ദിവസം ബജറ്റിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഡേയിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമുക്ക് അവസാനമാകുമ്പോഴത്തേനും ഒരു റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചത്. സെക്കൻഡ് ട്രേഡിംഗ് സെഷനിൽ നിന്ന് വളരെ വലിയ ഇടിവാണ് നിഫ്റ്റി നേരിട്ടത്. ആൻഡ് ടുവേഴ്സ് എൻഡ് ഓഫ് ദ ട്രേഡിംഗ് സെഷൻ നമുക്ക് നല്ലൊരു റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചു. ആൻഡ് ഒരു ഫ്ലാറ്റ് നോട്ടിൽ തന്നെയാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഏകദേശം 0.04% മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് 9 പോയിന്റ് ഇടിഞ്ഞ് 23,479 നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. സെൻസെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 0.01% ഇടിവാണ് സെൻസെക്സ് രേഖപ്പെടുത്തിയത്. ആൻഡ് ഏകദേശം 77,637 പോയിന്റിലാണ് സെൻസെക്സ് ക്ലോസ് ചെയ്തേക്കുന്നത്. നിഫ്റ്റിയുടെ തന്നെ ഒരു വീക്ക്ലി പെർഫോമൻസും കൂടി പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓൾമോസ്റ്റ് വീക്ക്ലി ബേസിസിൽ 1.76% മുന്നേറ്റമാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെൻസെക്സ് പരിശോധിക്കുകയാണെങ്കിൽ 1.75% ശക്തമായ മുന്നേറ്റമാണ് സെൻസെക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്മോൾ ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് വീക്ക്ലി ബേസിസിൽ ഒരു നേരിയ നേട്ടത്തിലാണ് സ്മോൾ ക്യാപ്പ് അവസാനിച്ചിരിക്കുന്നത്. ആൻഡ് കറണ്ട് ഡേയിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പിൽ ഏകദേശം ഒരു 1% മുന്നേറി 77 പോയിന്റ് മുന്നേറി 8,127 നിഫ്റ്റി സ്മോൾ ക്യാപ്പ് അവസാനിച്ചേക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു 0.5% ഇടിവോട് കൂടിയാണ് ബജറ്റ് ഡേയിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് അവസാനിച്ചേക്കുന്നത്. ആൻഡ് ഒരു വീക്ക്ലി പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ വീക്ക്ലി ബേസിസിൽ 0.26% ഒരു മുന്നേറ്റമാണ് വീക്ക്ലി ബേസിസിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് രേഖപ്പെടുത്തിയത്. ബാക്കി സെക്ടേഴ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിന് ഏകദേശം 0.13% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഒരു ഫ്ലാറ്റ് നോട്ടിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. ഒരു ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള സെഷനാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. ഓൾമോസ്റ്റ് ഒരു 2% ഒരു റേഞ്ചാണ്, ഒരു ഹൈലി വോളറ്റൈൽ സെഷനാണ് ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ബാങ്ക് നിഫ്റ്റി ഏകദേശം 64 പോയിന്റ് ഇടിഞ്ഞ് 49,592 പോയിന്റിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. റിയാലിറ്റി സെക്ടർ നോക്കുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും അധികം മുന്നിട്ട് നിൽക്കുന്ന സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റി റിയാലിറ്റിയാണ്. ഓൾമോസ്റ്റ് 3% മുന്നേറ്റമാണ് നിഫ്റ്റി റിയാലിറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 27 പോയിന്റ് മുന്നേറ്റമാണ് നിഫ്റ്റി റിയാലിറ്റി. ആൻഡ് തൊട്ടു പിന്നിൽ തന്നെ FMCG ഉണ്ട്. FMCGയിൽ ഓൾമോസ്റ്റ് ഒരു 2.82% മുന്നേറ്റമാണ് നിഫ്റ്റി FMCG രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് നിഫ്റ്റി മീഡിയം നോക്കുകയാണെങ്കിൽ 2.24%. നിഫ്റ്റി ഓട്ടോ സെക്ടർ നോക്കുകയാണെങ്കിൽ 1.88%. ആൻഡ് ഇന്നൊരു ഇടിവ് നേരിട്ട സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റി PSC ആണ്. നിഫ്റ്റി PSCയിൽ ഓൾമോസ്റ്റ് 3% ഇടിവാണ് നിഫ്റ്റി PSC രേഖപ്പെടുത്തിയത്. IT സെക്ടറിലും ഒരു നേരിയ 1.3% ഇടിവാണ് IT സെക്ടറിൽ രേഖപ്പെടുത്തിയത്. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 1%. നിഫ്റ്റി ഫാർമ നോക്കുകയാണെങ്കിൽ 0.38%. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസിൽ ഓൾമോസ്റ്റ് ഒരു 0.16% ഇടിവാണ് രേഖപ്പെടുത്തിയത്. സെക്ടേഴ്സിലെ വീക്ക്ലി പെർഫോമൻസസും കൂടി നോക്കുകയാണെങ്കിൽ വീക്ക്ലി ബേസിസിൽ ഏറ്റവും അധികം മുന്നിട്ടുന്ന സെക്ടർ എന്ന് പറഞ്ഞാൽ നിഫ്റ്റി റിയാലിറ്റി തന്നെയാണ്. 11% ശക്തമായ മുന്നേറ്റമാണ് റിയാലിറ്റി സെക്ടർ നേരിട്ടത്. ആൻഡ് ഫോളോഡ് ബൈ ഓട്ടോ സെക്ടറിൽ ഏകദേശം 5% മുന്നേറ്റമാണ് നിഫ്റ്റി ഓട്ടോ സെക്ടർ രേഖപ്പെടുത്തിയത്. FMCGയിൽ 3.96%. ഫൈനാൻഷ്യൽ സർവീസസിൽ 2.97%. വീക്ക്ലി ബേസിസിൽ ഏറ്റവും ഇടിവ് നേരിട്ട സെക്ടർ എന്ന് പറയുന്ന IT ആണ്. ITയിൽ 3.31% ഇടിവാണ് IT സെക്ടർ രേഖപ്പെടുത്തിയത്. ഫാർമ നോക്കുകയാണെങ്കിൽ 2.36%. ആൻഡ് നിഫ്റ്റി മീഡിയ നോക്കുകയാണെങ്കിൽ 1.69%. നിഫ്റ്റി PSCയിൽ ഏകദേശം 0.8% ഇടിവാണ് നിഫ്റ്റി PSC രേഖപ്പെടുത്തിയത്. നിഫ്റ്റി ബാങ്കിൽ നിന്ന് ഏറ്റവും അധികം മുന്നിട്ട് നിന്നൊരു ഓഹരി എന്ന് പറയുന്നത് ഏറ്റവും മുന്നിട്ട് നിന്നൊരു ഓഹരി പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണ്. ഓൾമോസ്റ്റ് 1.80% മുന്നേറ്റമാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക് രേഖപ്പെടുത്തിയത്. ആൻഡ് ഫോളോ ബൈ ആക്സിസ് ബാങ്കിന് ഏകദേശം 1.10%. ICICI ബാങ്ക് നോക്കുകയാണെങ്കിൽ 0.17%. കോട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഓൾമോസ്റ്റ് ഒരു 0.53% മുന്നേറ്റമാണ് കോട്ടക് മഹീന്ദ്ര ബാങ്കിൽ കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയെ ഡ്രാഗ് ചെയ്ത ഓഹരികൾ പ്രധാന പങ്ക് വഹിച്ച പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഓൾമോസ്റ്റ് 1.89% ഒരു ഇടിവാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് നേരിട്ടത്. IDFC ബാങ്കിൽ ഓൾമോസ്റ്റ് 1.93%. ഫെഡറൽ ബാങ്ക് 1.74% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ബാങ്ക് ഓഫ് ബറോഡയിൽ ഓൾമോസ്റ്റ് 1.19%. ആൻഡ് കാനറ ബാങ്കിൽ ഓൾമോസ്റ്റ് 0.66% ഇടിവാണ് കാനറ ബാങ്ക് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി റിയാലിറ്റി സെക്ടർ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി സെക്ടറിൽ ഏറ്റവും അധികം മുന്നിട്ട് നിന്ന ഓഹരി എന്ന് പറയുന്നത് നിലവിൽ ഫീനിക്സ് മിൽസ് ആണ്. ഓൾമോസ്റ്റ് 6.25% ശക്തമായൊരു മുന്നേറ്റമാണ് ഫീനിക്സ് മിൽസ് രേഖപ്പെടുത്തിയത്. ഒരു ഡിക്ലൈൻ
നേരിട്ട സെക്ടർ, ഡിക്ലൈൻ നേരിട്ട സ്റ്റോക്ക് എന്ന് പറയുന്ന മഹീന്ദ്ര ലൈഫ് സ്പേസ് ആണ്. ഓൾമോസ്റ്റ് 3% ഒരു ഇടിവാണ് മഹീന്ദ്ര ലൈഫ് സ്പേസ് രേഖപ്പെടുത്തിയത്. 12 രൂപ ഇടിഞ്ഞ് 405 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് ബ്രിഗേഡ് എൻ്റർപ്രൈസസിൽ ഓൾമോസ്റ്റ് 1.37% ഇടിവാണ് നേരിട്ടത്. റെയ്മണ്ടിൽ ഓൾമോസ്റ്റ് 0.6% മുന്നേറ്റം റെയ്മണ്ട് കാഴ്ചവെച്ചു. ആൻഡ് ഒബറോ റിയാലിറ്റി നോക്കുകയാണെങ്കിൽ 1.51% ഒരു മുന്നേറ്റമാണ് ഒബറോ റിയാലിറ്റി രേഖപ്പെടുത്തിയത്. DLFിലേക്ക് വരികയാണെങ്കിൽ 2.27% മുന്നേറ്റമാണ് DLF രേഖപ്പെടുത്തിയത്. സെക്ടേഴ്സിൽ ഏറ്റവും അധികം ഇടിവ് നേരിട്ടൊരു സെക്ടർ എന്ന് പറയുന്നത് IT സെക്ടറിൽ നോക്കുകയാണെങ്കിൽ IT സെക്ടർ ഓൾമോസ്റ്റ് 1.35% ഇടിവാണ് ഡെയിലി ബേസിസിൽ IT സെക്ടർ രേഖപ്പെടുത്തിയത്. ആൻഡ് ഒരു ഇടിവ് നേരിട്ട ആ ഒരു ഇടിവിൽ പ്രധാന പങ്ക് വഹിച്ച എംഫസിസ് ആണ്. 2.60% ഇടിവാണ് എംഫസിസ് രേഖപ്പെടുത്തിയത്. കോഫോർജിൽ 2.29% ഇടിവാണ് കോഫോർജ് രേഖപ്പെടുത്തിയത്. വിപ്രോ ഒരു വളരെയധികം ഒരു നെഗറ്റീവ് ടോണിലാണ് വിപ്രോ അവസാനിച്ചത്, 2.28%. ആൻഡ് HCL ടെക് പരിശോധിക്കുകയാണെങ്കിൽ 1.71%. ആൻഡ് പ്രിസിഷൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ 1.58% ശക്തമായ ഇടിവോടുകൂടെ 95 രൂപ ഇടിഞ്ഞ് 5937 രൂപയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വിഷ്ണു. ആനന്ദായിരുന്നു റിസർച്ച് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും നമുക്ക് ഡോക്ടർ KP വിപിൻ ചന്ദ്രൻ സാറിലേക്ക് വീണ്ടും തിരിച്ചു വരാം. സാർ കേൾക്കാമോ? കേൾക്കാം. സാർ, എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ അടുത്തായിട്ടുള്ളത്, അതായത് നിർമ്മല സീതാരാമൻ്റെ ഇന്നത്തെ ഒരു ബഡ്ജറ്റ് സ്പീച്ചിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ടറായി വിലയിരുത്തി പല കാര്യങ്ങളും അനൗൺസ് ചെയ്തൊരു സെക്ടറായിരുന്നു അഗ്രികൾച്ചർ സെക്ടർ. അതായത് NCDCക്ക് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ KCC കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി വായ്പകൾ നൽകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മക്കാന ബോർഡ് ഇൻ ബീഹാർ, അതൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു. ഏതായാലും ഈ ഒരു അഗ്രികൾച്ചർ സെക്ടറിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ബഡ്ജറ്റിൽ വിലയിരുത്തിയിരിക്കുന്നത്? സാറിൻ്റെ ഒരു അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാമോ? ഇവിടെ അഗ്രികൾച്ചർ സെക്ടർ, ഇവിടെ മൊത്തം ഈ വർഷത്തെ ബജറ്റിനൊന്ന് വിലയിരുത്തുമ്പോൾ 4 എഞ്ചിനാണ് ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തത്. അപ്പൊ ആ 4 എഞ്ചിനിൽ ഒന്നാണ് അഗ്രികൾച്ചർ. ഒന്ന് അഗ്രികൾച്ചർ, 2 ഇൻവെസ്റ്റ്മെന്റ്, 3 ഇന്നോവേഷൻസ്, 4 എക്സ്പോർട്ട്. ആ രീതിയിലേക്കാണ് 4 സെക്ടറിനെ ഐഡന്റിഫൈ ചെയ്തത്. അതിൽ ഒന്നാമത്തെ ഒരു എഞ്ചിൻ, അപ്പം പലപ്പോഴും അത് ഒരു ക്ലിയർ കട്ടായ ഒരു ഒബ്സർവേഷൻ ആണ്. കാരണം അഗ്രികൾച്ചർ ആസ് ആൻ എഞ്ചിൻ ഓഫ് ഗ്രോത്ത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പുതിയൊരു ഇൻഡിക്കേഷൻ, ആ ഇൻഡിക്കേഷനെ എടുത്ത് പരിശോധിച്ചാൽ ഇന്നലെ വന്ന ഈ ഇക്കണോമിക് സർവേയിൽ തന്നെ അഗ്രികൾച്ചർ ഗ്രോത്ത് പോസിറ്റീവ് ഗ്രോത്ത് റേറ്റ് ആണ്. 3.5% ഗ്രോത്ത് റേറ്റ് ഓൾറെഡി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലത്തെ ഇക്കണോമിക് സർവേ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പൊ അവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിനൊപ്പം പല സ്കീമുകളും പഴയ സ്കീമുകളും പല പുതിയ സ്കീമുകളും പിന്നെ സർക്കാർ മുന്നോട്ട് വെക്കുന്നു. അതിലൊന്നാണ് പ്രൈം മിനിസ്റ്റർ ധൻ ധന്യ കൃഷി യോജന. ആ ധൻ ധന്യ കൃഷി യോജന പറഞ്ഞാൽ ഒരു ഇന്ത്യയിലുള്ള 100 ജില്ലകളിലെ കാർഷിക രംഗത്ത് പ്രൊമോട്ട് ചെയ്യാനില്ല. കാരണം പറഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ, അങ്ങനെയുള്ള മേഖലക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു പുതിയ ഒരു പ്രോഗ്രാം, അതായത് നമ്മൾ പറയാം ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനോട് ചേർന്നുകൊണ്ട് ഒരു പ്രൈം മിനിസ്റ്റർ ധൻ ധന്യ കൃഷി യോജന എന്നുള്ള ഒരു പുതിയ പദ്ധതി മുന്നോട്ട് വെക്കുന്നു. അതിനൊപ്പം പിന്നെ വേറൊരു റൂറൽ പ്രോസ്പെരിറ്റി ആൻഡ് റെസീലിയൻസ് പ്രോഗ്രാം, ആ രീതിയിലേക്ക് ഒരു പദ്ധതി കൂടി ഇപ്രാവശ്യത്തെ. കാരണം പറഞ്ഞാൽ ഈ ഗ്രാമീണ മേഖല, ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അവർ ക്ലൈമറ്റ് ത്രെട്ടിന്റെ ഇതുണ്ട്, ഡ്രൗട്ടിന്റെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഐഡിയൽ പ്രോജക്റ്റ് ആയിട്ട് ഒരു റൂറൽ പ്രോസ്പെരിറ്റി റെസീലിയൻസ് പ്രോഗ്രാം മുന്നോട്ട് വെക്കുന്നു. അതിനൊപ്പം പിന്നെ ഒരു കോംപ്രിഹെൻസീവ് പ്രോഗ്രാം, ഒരു വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് ഒരു കോംപ്രിഹെൻസീവ് പ്രോഗ്രാം മുന്നോട്ട് വെക്കുന്നു. പിന്നെ മഖാന ബോർഡ്, അത് ബീഹാറിന് ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ ബജറ്റിൽ ഏറ്റവും മെച്ചം കിട്ടിയത് ബീഹാറിനാണ്. കാരണം അതിന് പിന്നിൽ ഒരു പൊളിറ്റിക്സും ഉണ്ടാകാം. കാരണം പറഞ്ഞാൽ ഇനി വരും ഭാവിയിൽ ഒരു ഇലക്ഷൻ അവിടെ വരുന്നത് കൊണ്ട് മഖാന ബോർഡ്, പിന്നെ ഒരു ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്
പിന്നെ ബീഹാറിനാണ്. അതൊരു വലിയൊരു ഇന്ത്യക്ക് തന്നെ ഭാവിയിലുള്ള ഒരു എമർജിങ് ഒരു സ്ഥാപനമായിട്ട് അതിന് വളർത്തിയെടുക്കാൻ പറ്റും. കാരണം ഈ വാല്യൂ ആഡഡ് അഗ്രികൾച്ചർ പ്രോഡക്ട്സിന്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിനെല്ലാം ഒരു സാധ്യതകളും പുതിയ കാലത്തിന്റെ ഈ AI മെഷീൻ ലേണിംഗിന്റെ സാങ്കേതിക വിദ്യയെല്ലാം എങ്ങനെ ഒരു ഫുഡ് പ്രോസസ്സിംഗിലേക്ക് ഉപകാരപ്പെടുത്താമെന്നുള്ള രീതിയിൽ അതൊരു ഫുഡ് പ്രോസസ്സിംഗ് എന്റർപ്രണർഷിപ്പ് ഇതിന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ടെക്നോളജി ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ പിന്നെ ബീഹാറിൽ കൊണ്ടുവരുന്നു. അതിനൊപ്പം ഒരു നാഷണൽ മിഷൻ ഓൺ ഹൈ ഈൽഡിംഗ് സീഡ്. നമ്മൾ പലപ്പോഴും അത് പണ്ട് ഗ്രീൻ റവല്യൂഷനിൽ പറഞ്ഞ പോലെയുള്ള ഒരു പുതിയ കാലത്തുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒരു ബെറ്റർ റിസർച്ച് എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ഒരു ടാർഗറ്റഡ് ഡെവലപ്മെന്റ്, അത് ഏത് പർട്ടിക്കുലർ സീഡിനാണെന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ടാർഗറ്റഡ് പിന്നെ ഒരു ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു നാഷണൽ മിഷൻ ഓൺ ഹയർ ഈൽഡിംഗ് സീഡ്സ് മുന്നോട്ട് വെക്കുന്നു. പിന്നെ മിഷൻ ഫോർ കോട്ടൺ പ്രൊഡക്ടിവിറ്റി, ദെൻ പിന്നെ ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു പിന്നെ ഒരു യൂറിയ പ്ലാന്റ് പിന്നെ ആസാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള രീതിയിലേക്കുള്ള കുറേ സ്കീമുകളുണ്ട്. അതിനൊപ്പം തന്നെ അഗ്രികൾച്ചറിന്റെ ആ സെക്ഷനിൽ തന്നെയാണ് കൃത്യമായിട്ട് പറയുന്ന ഒരു ഇതാണ് നമ്മൾ റൂറൽ എക്കോണമിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ പോസ്റ്റ് നമ്മൾ പോസ്റ്റ് ഓഫീസാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ലോകത്ത് തന്നെ ഏറ്റവും വലിയ മാതൃകയായ ഇത്രയും റൂറൽ നെറ്റ്വർക്കുള്ള ഒരു ഇതാണ് പോസ്റ്റ് ഓഫീസ്. അപ്പൊ അതിന്റെ ഒരു റീവാമ്പ് ചെയ്തെടുക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു സ്കീമുകൾ, കാരണം ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ ഒരു നെറ്റ്വർക്കും വളരെ ക്ലിയർ ആയിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പൊ അതിനങ്ങനെ ഒരു റീവാമ്പ് ചെയ്തെടുക്കാനുള്ള പദ്ധതികളാണ്. പക്ഷേ പദ്ധതികൾ മുൻകാലങ്ങളിലുള്ള പദ്ധതികൾ പലതും പിന്നെ ഈ വർഷം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നില്ല ഇത് നോക്കണം. കഴിഞ്ഞ മുൻകാല വർഷത്തെ ബജറ്റിൽ നമ്മൾ കണ്ടിരുന്നു. പിന്നെ കോൾഡ് സ്റ്റോറേജുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രോൺ ഈ അഗ്രികൾച്ചർ സെക്ടറിലെ മോഡേണൈസേഷന്റെ ഭാഗമായിട്ട് ഈ ഡ്രോണിന്റെ യൂസേജിന്റെ ഒരു കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ മോദി സർക്കാരിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായ PM കിസാൻ സമ്മാൻ യോജനയുണ്ട്. അപ്പൊ PM കിസാൻ സമ്മാൻ യോജന കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് 6000 രൂപ ആണ് പിന്നെ വർഷത്തിൽ പിന്നെ കർഷകർക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിലെല്ലാം ഒരു ഹൈക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പം ഇപ്രാവശ്യത്തെ പറഞ്ഞ കുറച്ച് പുതിയ സ്കീംസുകൾ പുതിയ മിഷൻസ് പ്രഖ്യാപിച്ചാലും ഞാൻ അതിൽ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് പ്രൈം മിനിസ്റ്റർ ധന്യ കൃഷി യോജനയായിട്ടാണ് എനിക്ക് കാണുന്നത്. പക്ഷേ ഈ പിന്നെ എൻ്റെ ഒരു പരാതിയായിട്ട് ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഒരു PM കിസാൻ സമ്മാൻ യോജനയിൽ 6000 ഉള്ളത് ഒരു 12,000 രൂപ വരെ അങ്ങനെ ആ രീതിയിലേക്ക് കൊടുത്താൽ ഒരു ഗ്രാമീണ മേഖലക്ക് കുറച്ചുകൂടി ഗുണമുണ്ടാവും. പിന്നെ അത് മാത്രമല്ല നമ്മൾ പിന്നെ ഈ കൃഷി ഇതിനൊരു ട്രഡീഷണൽ പാറ്റേൺ ഓഫ് അപ്രോച്ചിൽ കൊണ്ടുപോകേണ്ടതെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അതിന് ഒരു പുതിയ രീതിയിലേക്ക് വരുമ്പം ഒരു അഗ്രി സ്റ്റാർട്ടപ്സുകളും അല്ലെങ്കിൽ അതൊരു പിന്നെ ഒരു അഗ്രി എന്റർപ്രണർഷിപ്പ് എന്നുള്ള രീതിയിലേക്ക്, അപ്പൊ ആ മേഖലക്കൊന്നും അഗ്രി സ്റ്റാർട്ടപ്സിലേക്കോ അഗ്രി എന്റർപ്രണർഷിപ്പിലേക്ക് ഉള്ള രീതിയിലേക്കുള്ള പുതിയ പ്രോഗ്രാംസ് ഒന്നും കാണുന്നില്ല എന്ന യാഥാർത്ഥ്യവും ഈ അഗ്രികൾച്ചർ സെക്ടറിനെ നമുക്ക് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഇത്രയും നേരം വിവരങ്ങൾ പങ്കുവച്ചിരുന്നത് ഡോക്ടർ KB വിപിൻ ചന്ദ്രൻ സാറാണ്. സാർ വളരെ നന്ദി ഇത്തരം വിവരങ്ങൾ നമുക്ക് വേണ്ടി ഷെയർ ചെയ്തതിന്. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റ് ഏതായാലും ബഡ്ജറ്റിന് ശേഷം ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ സമ്മറി, അതായത് ഒരു ബഡ്ജറ്റ് പ്രസൻറ്റേഷന് ശേഷം മാർക്കറ്റിൽ ഏതൊക്കെ സെക്ടറുകളാണ് ഇന്ന് ഏതൊക്കെ രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് എന്നൊക്കെയുള്ള ഒരു ഓവറോൾ സമ്മറിയുമായിട്ട് നമ്മുടെ കൂടെ റിസർച്ച് ഡെസ്കിൽ നിന്നും ജാസ്മിൻ ചേരുന്നതാണ്. ഗുഡ് ഈവനിങ് ജാസ്മിൻ. ഗുഡ് ഈവനിങ് വിഷ്ണു. ജാസ്മിൻ, ഏതായാലും ഇന്ന് മാർക്കറ്റ് ബഡ്ജറ്റിന് ശേഷം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു സമ്മറി നമുക്കായി ഷെയർ ചെയ്യാമോ? ഇന്നത്തെ ഒരു ബഡ്ജറ്റിന് ശേഷം എങ്ങനെയാണ് ഓരോ സെക്ടറിലും ഓരോ പെർഫോമൻസ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായെന്നുള്ളത്? തീർച്ചയായിട്ടും വിഷ്ണു, നമുക്ക് പല സെക്ടറുകളിലും ഒരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി ആഫ്റ്റർ ബഡ്ജറ്റ് എന്ന് തന്നെ പറയാം. അതിൽ എടുത്തു പറയേണ്ടത് ഇന്ന് ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം റിയൽറ്റി സെഗ്മെന്റ് വളരെയധികം ഒരു ഔട്ട് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുള്ളത്. റിയൽറ്റി സെഗ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം 3.34% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ബഡ്ജറ്റിൽ എസ്പെഷ്യലി അർബൻ ഡെവലപ്മെന്റിനുള്ള ഒരു വകയിരുത്തൽ എന്ന് പറയുന്നത് 96.77 കോടി എന്നുള്ള ഒരു നിലയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു വകയിരുത്തൽ അർബൻ ഡെവലപ്മെന്റിന് വന്നതിന് ശേഷമാണ് റിയൽറ്റി മേഖല ഇതിനോട് റിയാക്ട് ചെയ്തുകൊണ്ട് സെക്ടറിലെ പ്രധാനപ്പെട്ട ഓഹരികളിൽ ഉടനീളം ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചത്.
മറ്റൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇന്ന് FMCG ആണ്. ടോട്ടൽ സെക്ടേഴ്സ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് 4% കൂടുതലുള്ള ഒരു വലിയ സംഭാവന നൽകി മുന്നിട്ട് നിൽക്കുന്നത് FMCG സൂചികയാണ്. FMCG സൂചികയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു വർഷത്തെ പ്രകടനം പരിശോധിക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി മറ്റ് സെക്ടേഴ്സിനെ അപേക്ഷിച്ച് ഒരല്പം ഡൗൺ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു സെഗ്മെന്റ് ആയിരുന്നു FMCG എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു പെർഫോമൻസോട് കൂടിയിട്ട് ആ ഒരു കാര്യം തിരുത്തി കുറിക്കുകയാണ് FMCG മേഖല. FMCG മേഖലയിലേക്ക് വരുന്ന സമയത്ത് 2025 ബജറ്റിൽ 12 ലക്ഷം രൂപ വരെ ആദായ നികുതി ഇല്ല എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെ പ്രത്യേകിച്ച് FMCG സെഗ്മെന്റ് അടക്കമുള്ള സെഗ്മെന്റുകൾ കുതിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് കൺസംഷൻ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും അത്തരം നടപടികൾ ഓരോ ആളോഹരി ചെലവഴിക്കലിലും, അതായത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ചെലവാക്കലിലും പർച്ചേസിംഗ് കപ്പാസിറ്റിയിലും ഒക്കെ തന്നെ വരാൻ പോകുന്ന ഒരു വലിയൊരു മാറ്റത്തെയും വലിയൊരു ഉയർച്ചയുമാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് FMCG അടക്കമുള്ള കൺസ്യൂമർ ഗുഡ്സ് മേഖലയിലേക്കും ഡ്യൂറബിൾ മേഖലയിലേക്കും ഒക്കെ തന്നെ പ്രതിഫലിക്കും എന്നുള്ള അതിനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇന്ന് FMCG മേഖലയിൽ ഇത്രയധികം ഒരു മുന്നേറ്റം, ഒരു ഔട്ട് പെർഫോമൻസ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. മറ്റൊന്ന് തീർച്ചയായിട്ടും ഓട്ടോ മേഖല തന്നെയാണ്. ലിഥിയം അയൺ ബാറ്ററികളിൽ ഡൊമസ്റ്റിക് ആയിട്ട് മേക്ക് ചെയ്യാനുള്ള ഒരു കാര്യം ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഇന്ന് ഓട്ടോ മേഖലയിലെ ഒരു വലിയ മുന്നേറ്റത്തിനുള്ള ഒരു സാധ്യത നൽകിയിരിക്കുന്നത്. എസ്പെഷ്യലി EV വെഹിക്കിളുകളുടെ വാഹനങ്ങളുടെ ചെലവ് കുറയും, ഒപ്പം തന്നെ മൊബൈൽ ഫോണുകളുടെ ചെലവ് കുറയും എന്നതടക്കമുള്ള വലിയ പ്രഖ്യാപനങ്ങൾ വന്നത് അതാത് മേഖലകളിലും പ്രതിഫലിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ന് ഈ സെഗ്മെന്റിൽ നിന്നും മാരുതി അടക്കമുള്ള പ്രധാനപ്പെട്ട ഓഹരികൾ ഒരു ഔട്ട് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി 50യുടെ ഇന്നത്തെ ഒരു പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും അധികം സംഭാവന നൽകിയിരിക്കുന്ന വൺ ഓഫ് ദി സ്റ്റോക്ക് എന്ന് പറയുന്നത് മാരുതി തന്നെയാണ്. മാരുതിയെ സംബന്ധിച്ചിടത്തോളം 4% ഒരു മുന്നേറ്റമാണ് ഇന്നത്തെ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റൊരു സെഗ്മെന്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 2% ഒരു ഇടിവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ട് പറയുന്നത് ക്യാപിറ്റൽ സെഗ്മെന്റിലെ ഇടിവ് 2025 സാമ്പത്തിക വർഷത്തിലെ ക്യാപെക്സ് 10.8 ലക്ഷം കോടിയായിട്ട് കുറച്ചിരുന്നു ബഡ്ജറ്റിൽ. ഇതിനപ്പുറത്തേക്കുള്ള ഒരു വകയിരുത്തലായിരുന്നു വിപണി പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിനോടൊത്ത് പ്രതിഫലനം വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ബഡ്ജറ്റിൽ വകയിരുത്തലുകൾ വന്നിട്ടില്ല. സ്വാഭാവികമായും അത് ഈ സെഗ്മെന്റിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ഗുഡ്സിൽ നമുക്ക് ഒരു ഇടിവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു സെഗ്മെന്റ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടൂറിസം മേഖല പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത വരുന്നു. അതുകൊണ്ട് തന്നെ ഹോട്ടൽ സെഗ്മെന്റിൽ ഒരു ഉണർവും ഒരു ഊർജ്ജവും ഒക്കെ തന്നെ നമുക്ക് ഇന്ന് കാണാമായിരുന്നു. തീർച്ചയായിട്ടും ITC ഹോട്ടൽ അടക്കമുള്ള പ്രധാനപ്പെട്ട ഹോട്ടൽ കമ്പനികളിലും ലെമൺ ട്രീ തുടങ്ങിയ പ്രധാനപ്പെട്ട ഹോട്ടലുകളിലും ഒക്കെ തന്നെ നമുക്ക് ഇന്നൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിഫ്റ്റി ടോപ്പ് ഗെയിനർ പട്ടികയിൽ ഇന്ന് ആദ്യമുള്ളത് ട്രെൻഡിന്റെ ഓഹരികളാണ്. ഓൾമോസ്റ്റ് 7% കുതിപ്പായിരുന്നു ട്രെൻഡ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഫുഡ്വെയർ മേഖലയിൽ, പാദരക്ഷാ മേഖലയിൽ വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇന്ന് റിലാക്സോ, ട്രെൻഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഒരു മുന്നേറ്റത്തിന് കാരണമായിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ ടാറ്റ കൺസ്യൂമർ 4.4% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. FMCGയുടെ ഒരു മുന്നേറ്റത്തിന് പിൻബലത്തിൽ ബെയിലിന്റെ ഓഹരികളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിച്ചത്. ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചിടത്തോളം 4% കൂടുതലുള്ള ഒരു ഇടിവിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പവർ ഗ്രിഡ് 3.5%, ലാർസൻ ആൻഡ് ട്യൂബ്രോ, സിപ്ല, ഗ്രാസിം തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെ ഇടിവാണ് വിഷ്ണു കണ്ടത്. ജാസ്മിൻ, വളരെ നന്ദി റിസർച്ച് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചതിന്. ഏതായാലും മാർക്കറ്റ് ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റിന് ശേഷം 23,482 എന്നൊരു ലെവലിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ ഒരു മാർക്കറ്റ് ഫിനാലയുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി കൂടുതൽ മാർക്കറ്റിൻ്റെ സമ്മറിയായി അനിലയും എക്സ്പേർട്സും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായി ബിസിനസ് ഫിനാൻസ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളും രാജ്യത്തിലെ വിവിധ പ്രാദേശിക ഭാഷകളിൽ വെബ്, ആൻഡ്രോയിഡ്, iOS, OTT എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ബിസിനസ് ഡിജിറ്റൽ TV, MyFin TV. Stock market and personal finance,
ഇൻഷുറൻസ്, ബാങ്കിംഗ്, എക്കണോമിക് ന്യൂസ്, ബിസിനസ്, NRI, ടെക്നോളജി തുടങ്ങിയവ, ഷോർട്സ് റീൽസ്, ലൈവ് ഷോസ്, പ്രോഗ്രാംസ്, ന്യൂസ് അപ്ഡേറ്റ്സ്, ട്വീറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോസ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഫോർമാറ്റുകളിൽ MyFin TV നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. പ്രൊഫഷണൽസ്, ബിസിനസ്സുകാർ, വിദ്യാർത്ഥികൾ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കർഷകർ, ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപന ജീവനക്കാർ, വീട്ടമ്മമാർ തുടങ്ങിയ എല്ലാവർക്കും അവരുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള 1 പോയിന്റ് സൊല്യൂഷനാണ് MyFin TV. MyFin TV, leading to wealth. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻസൈറ്റ്സ് എപ്പോഴും എവിടെ നിന്നും അറിയാൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും, മറക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. ഇത്തവണത്തെ ബഡ്ജറ്റ് ഡേയിൽ MyFin TV പുതിയ ചരിത്രം കുറിക്കുകയാണ്. നൂറുകണക്കിന് ചാനലുകൾ ബഡ്ജറ്റ് തത്സമയ സംപ്രേഷണം മാത്രം ചെയ്യുമ്പോൾ അതിൽ നിന്നും വേറിട്ടൊരാശയവുമായി MyFin TV പ്രേക്ഷകർക്കിടയിലേക്ക് എത്തുന്നു. ബഡ്ജറ്റ് ഡേയിൽ ബഡ്ജറ്റ് തത്സമയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളെ കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്ത് ടീം MyFin ലൈവായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതിനായി അണിനിരക്കുന്നത് MyFinലെ പരിചയസമ്പന്നരായ പ്രഗത്ഭരാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് രംഗത്ത് 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള പ്രദീപ് ചന്ദ്രശേഖർ, ബിസിനസ് ജേർണലിസത്തിൽ 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള MyFin TV ബിസിനസ് എഡിറ്റർ ജെയിംസ് പോൾ, ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെ ഫണ്ട് മാനേജ്മെന്റിൽ 20 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള സൂരജ് എസ് നായർ. ഇവർക്കൊപ്പം ബിസിനസ് ലൈവ് ഡെസ്കുകളിലെ എക്സ്പേർട്സ് ടീമിനൊപ്പം ഞങ്ങളുടെ 80-ലധികം എംപ്ലോയീസ് കൂടി ഒരുമിക്കുമ്പോൾ കൃത്യമായ വിലയിരുത്തലുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ലൈവ് രാത്രി 8 മണി വരെ നീളുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻകം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻസ് തുടങ്ങി ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ബജറ്റിന് ശേഷമുള്ള സമഗ്രമായ വിലയിരുത്തലുകളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. കാണുക നിങ്ങളുടെ സ്വന്തം MyFin TVയിൽ ഫെബ്രുവരി 1 ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ. ബഡ്ജറ്റ് സെറ്റ് ഗോ 2025-26. പണം പോകാതെയും ഇനി പവർ വരും. ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൊതുവെ ധനമന്ത്രിമാരാണല്ലോ. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയെന്നറിയാം? പലർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായി ഒന്ന് പറഞ്ഞേക്കാം. 1958 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, 1970 ഇന്ദിരാഗാന്ധി, 1987 രാജീവ് ഗാന്ധിയും ബജറ്റ് അവതരിപ്പിച്ചു. അതൊരു ചരിത്രമായി മാറി. ഇവിടെ MyFin TVയും ചരിത്രം കുറിക്കുകയാണ്. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് പ്രസന്റ് ചെയ്ത ബഡ്ജറ്റ് 1947 നവംബർ 26-നാണ്. അതിനുശേഷം ഇങ്ങോട്ട് മാറി മാറി വരുന്ന ഗവൺമെന്റ് എല്ലാ വർഷവും സ്ഥിരമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഡ്യൂറേഷൻ കൊണ്ട് ശ്രദ്ധ നേടിയ ബഡ്ജറ്റാണ് 2020-21 ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് 2 hours 42 minutes വരെ നീണ്ടുനിന്നു. So I rise, with your permission, to present a statement of the estimated receipts and expenditure of the Government of India for the year 2020-2021. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും ഡ്യൂറേഷൻ പോയതെന്ന് പല മീഡിയ ചാനൽസ് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും നിർമ്മല സീതാരാമൻ ഇതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഇത്തവണത്തെ ബഡ്ജറ്റ് ഡ്യൂറേഷൻ കൂടുതലാണെന്ന് അറിയാം, അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നാൽ ഓരോ സെക്ടറുകൾക്കും അത്രത്തോളം വിശകലനം ആവശ്യമുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് ഇത്രയും സമയമെടുത്തത്. കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിക്കും മുൻപ് അത് ചോരുക എന്ന് പറഞ്ഞാൽ അതൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്നാൽ ഉണ്ട്. 1950-51 ബഡ്ജറ്റിലാണ് സംഭവം. കേന്ദ്ര ബഡ്ജറ്റ് അച്ചടി സമയത്ത് അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അന്നത്തെ ധനമന്ത്രി ജോൺ മത്തായി പാർലമെന്റിൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് അത് ചോർന്നത്. ഈ ചോർച്ചയെ തുടർന്ന് പിന്നീട് വന്ന ബഡ്ജറ്റിന്റെ അച്ചടി രാഷ്ട്രപതി ഭവനിൽ നിന്ന് മിന്റോ റോഡിലേക്ക് മാറ്റി. 1980 ശേഷം ബഡ്ജറ്റ് അച്ചടിക്കുന്നത് നോർത്ത് ബ്ലോക്ക് ബേസ്മെന്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാമ്പത്തിക സംശയ നിവാരണങ്ങൾക്കായി
ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഫെബ്രുവരി 1-ാം തീയതി രാവിലെ 11 മണിക്കാണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. 1999 വരെ ഫെബ്രുവരി മാസത്തിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ വൈകുന്നേരം 5 മണിക്കായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത്. ആ സമയം ഇന്നത്തെ പോലെ ചേഞ്ച് ആക്കിയത് 2000-ലെ മില്ലേനിയം ബഡ്ജറ്റ് അവതരിപ്പിച്ച ഫിനാൻസ് മിനിസ്റ്റർ യശ്വന്ത് സിൻഹയാണ്. ഏതായാലും അതെല്ലാം കൊണ്ടും കൂടുതൽ സൗകര്യപ്രദമായി. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ 1 മുതൽ തന്നെ നടപ്പിലാക്കാൻ സാധിച്ചു. ബഡ്ജറ്റിന് മുന്നേ നടക്കുന്ന പ്രിന്റിംഗ് അതീവ സുരക്ഷയുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ആ വർഷത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ അച്ചടിക്കുന്ന പ്രോസസ്സാണ്. ആ പ്രിന്റുകൾ നോക്കി വായിച്ചാണ് ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ലാതെ പൂർണ്ണമായും ഡിജിറ്റലൈസ്ഡ് ആയി ബഡ്ജറ്റ് അവതരിപ്പിച്ച വർഷം ഏതാന്ന് ഓർമ്മയുണ്ടോ? കോവിഡ് എന്ന മഹാമാരി ലോകത്തെ വിറപ്പിച്ച് 2021-22 ബഡ്ജറ്റാണ് ഡിജിറ്റലൈസ് ചെയ്തത്. ഈ കോവിഡ് എല്ലാ മേഖലയെയും ബാധിച്ചെങ്കിലും അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത മേഖലകളിലൊന്ന് ടൂറിസം ആയിരുന്നു. പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഒരുമിച്ച് സംഗമിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസുകൾ പഴയ പടിയാവാൻ നമുക്ക് ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. തൊട്ടടുത്ത വർഷം ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ടൂറിസം സെക്ടറിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായി 2400 കോടി രൂപയാണ് കേന്ദ്ര ബഡ്ജറ്റിൽ നീക്കിവച്ചത്. അത് ടൂറിസം മേഖലയ്ക്ക് ഒരു വലിയ ആശ്വാസമായി. കേന്ദ്ര ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ തവണ പ്രസന്റ് ചെയ്തിട്ടുള്ള ധനമന്ത്രി ആരാണെന്നറിയാമോ? 1962 മുതൽ 69 വരെ തുടർച്ചയായി 10 വർഷങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിച്ച അന്നത്തെ ധനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിക്കാണ് ആ റെക്കോർഡ്. തൊട്ടുപിറകിൽ 9 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഫിനാൻസ് മിനിസ്റ്റർ പി ചിദംബരവും അതിന് പിറകിലായി ഒരുപക്ഷെ ഈ റെക്കോർഡുകളെല്ലാം തിരുത്തിയേക്കാവുന്ന നിലവിലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുള്ളത്. Level up your financial game with MyFin TV. Download the app now. Innovate your financial knowledge with the latest updates on MyFin TV. Download the app now. ഇന്ത്യയിൽ ആദ്യമായി ബിസിനസ് ഫിനാൻസ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളും രാജ്യത്തിലെ വിവിധ പ്രാദേശിക ഭാഷകളിൽ വെബ്, ആൻഡ്രോയിഡ്, iOS, OTT എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ബിസിനസ് ഡിജിറ്റൽ TV, MyFin TV. സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് പേഴ്സണൽ ഫിനാൻസ്, ഇൻഷുറൻസ്, ബാങ്കിംഗ്, എക്കണോമിക് ന്യൂസ്, ബിസിനസ്, NRI, ടെക്നോളജി തുടങ്ങിയവ, ഷോർട്സ് റീൽസ്, ലൈവ് ഷോസ്, പ്രോഗ്രാംസ്, ന്യൂസ് അപ്ഡേറ്റ്സ്, ട്വീറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോസ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഫോർമാറ്റുകളിൽ MyFin TV നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. പ്രൊഫഷണൽസ്, ബിസിനസ്സുകാർ, വിദ്യാർത്ഥികൾ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കർഷകർ, ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപന ജീവനക്കാർ, വീട്ടമ്മമാർ തുടങ്ങിയ എല്ലാവർക്കും അവരുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള 1 പോയിന്റ് സൊല്യൂഷനാണ് MyFin TV. MyFin TV ലീഡിംഗ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൊതുവെ ധനമന്ത്രിമാരാണല്ലോ. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയെന്നറിയാം? പലർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായി ഒന്ന് പറഞ്ഞേക്കാം. 1958 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, 1970 ഇന്ദിരാഗാന്ധി, 1987 രാജീവ് ഗാന്ധി ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതൊരു ചരിത്രമായി മാറി. ഇവിടെ MyFin TVയും ചരിത്രം കുറിക്കുകയാണ്.
ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് പ്രസന്റ് ചെയ്ത ബഡ്ജറ്റ് 1947 നവംബർ 26-നാണ്. അതിനുശേഷം ഇങ്ങോട്ട് മാറി മാറി വരുന്ന ഗവൺമെന്റ് എല്ലാ വർഷവും സ്ഥിരമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഡ്യൂറേഷൻ കൊണ്ട് ശ്രദ്ധ നേടിയ ബഡ്ജറ്റാണ് 2020-21 ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് 2 hours 42 minutes വരെ നീണ്ടുനിന്നു. So I rise with your permission to present a statement of the estimated വെൽക്കം ബാക്ക്. ഏതായാലും പ്രതീക്ഷിച്ചതുപോലെ നാളുകളുടെ കാത്തിരിപ്പിന് ഇന്നിപ്പോൾ ഒരു വിരാമമായിരിക്കുകയാണ്. നിർമ്മലാ സീതാരാമൻ്റെ തുടർച്ചയായിട്ടുള്ള 8ാമത്തെ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ്. മാർക്കറ്റിനെ ഒരു പക്ഷേ ട്രിഗർ ചെയ്തേക്കാമെന്ന് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു ബഡ്ജറ്റ് കൂടിയാണ്. ഇന്നത്തെ ഒരു പോസ്റ്റ് ബഡ്ജറ്റിൻ്റെ അവതരണത്തിന് ശേഷം ട്രേഡിംഗ് അവസാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു ബഡ്ജറ്റിൻ്റെ പോസ്റ്റ് ബഡ്ജറ്റിൽ തിളങ്ങിയ അല്ലെങ്കിൽ ട്രെൻഡിൽ ഇന്നത്തെ ഒരു ദിവസം ട്രെൻഡി ആയിട്ടുള്ള ചില സ്റ്റോക്ക് പിക്സുമായിട്ട് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത് അഹല്യ ഫിൻഫോറക്സിൻ്റെ വൈസ് പ്രസിഡന്റും സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറുമായിട്ടുള്ള മിസ്റ്റർ അനീഷാണ്. ഒപ്പം തന്നെ നമ്മളോട് കോളിൽ ചേരുന്ന myiquityLab.com ഫൗണ്ടറും ഡയറക്ടറുമായിട്ടുള്ള ജോസ് മാത്യു സാറും ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രണ്ടുപേർക്കും ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം. താങ്ക് യു. യെസ് സർ, ഇന്നിപ്പോൾ ബഡ്ജറ്റിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നാളുകളായിട്ടൊരു കഴിഞ്ഞൊരു 3 മാസമായിട്ടൊരു കറക്ഷൻ മോഡിലായിരുന്നു വിപണി എന്ന് പറയുന്നത്. ബഡ്ജറ്റിനെ തുടർന്നൊരു ട്രിഗർ, ഒരു പക്ഷേ ബഡ്ജറ്റ് ട്രിഗർ ചെയ്തേക്കാമെന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അത്തരത്തിൽ കാര്യമായിട്ടൊരു സ്പൈക്കൊന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല. ഒരു ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ബഡ്ജറ്റിനെ താങ്കൾ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ഇതൊരു ബഡ്ജറ്റ് ഒരു മൾട്ടി ഡയമെൻഷനായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ബഡ്ജറ്റാണ്. അതൊരു ലോങ് ടൈം ഇമ്പാക്റ്റുകൾ വളരെയധികം അതിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത് ലോങ് ടൈം ഇമ്പാക്റ്റുകൾ ചില ഷെയർസിൽ, ചില സെക്ടേഴ്സിൽ, അതേപോലെ തന്നെ നമ്മളുടെ ഔട്ട്ഫ്ലോ ഓഫ് മണി, ഇതിലെല്ലാം തന്നെ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ് ഇത്. എല്ലാ സെക്ടർ, ഓൾമോസ്റ്റ് എല്ലാ സെക്ടറിലും നമ്മൾ അതിനെ സ്പർശിച്ചിട്ടുണ്ട്. കൃഷി, ബേസിക് ആയിട്ടുള്ള കൃഷി മുതൽ അതേപോലെ തന്നെ സ്ട്രീറ്റ് വെൻഡേഴ്സിനെയും അതേപോലെ തന്നെ നമ്മൾ വർക്കേഴ്സിനെ എല്ലാം തന്നെ ഇത് സ്പർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മൾട്ടി ഡയമെൻഷനായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. അതേപോലെ തന്നെ നമ്മളുടെ എല്ലാ സെക്ടേഴ്സിനും, ഓൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സിനും ഒരു പോസിറ്റീവ് ടച്ച് നൽകാനായിട്ട് നമ്മളെ ധനമന്ത്രി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് നമുക്ക് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ കുറച്ചൊരു ഷോർട്ടാക്കി പറയാൻ കഴിയുന്നത്. യെസ്, മിസ്റ്റർ ജോസാറിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, ജോസാർ, ഇന്നിപ്പോൾ താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇന്നത്തെ ഒരു ബഡ്ജറ്റിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഇപ്പോൾ അനീഷ് സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഒരു മൾട്ടി ഡയമെൻഷനായിട്ടൊരു ബഡ്ജറ്റാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. പ്രത്യേകിച്ചും മിഡിൽ ഇൻകം ഗ്രൂപ്പിനെയും ഒപ്പം തന്നെ ജിഗ് വർക്കേഴ്സിനെ അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റായിരുന്നു എന്നുള്ള അവതരിപ്പിച്ചിരിക്കുന്നത്. താങ്കളുടെ ഒരു ഓവർവ്യൂ എന്താണ്? എങ്ങനെയാണ് ഈ ഒരു ബഡ്ജറ്റിനെ താങ്കൾ വിലയിരുത്തുന്നത്? ഇതിപ്പോൾ മാർക്കറ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ട്രിഗർ കിട്ടിയില്ലെങ്കിലും വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ പോസിറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 മാസങ്ങളായിട്ട് മാർക്കറ്റ് നല്ല കറക്ഷനിലായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 13% നിഫ്റ്റി കറക്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു റിക്കവറി വന്നിരിക്കുന്നത് ഒരു 3% മാത്രമാണ്. അതൊരു 15 ദിവസമായിട്ടൊരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു നിഫ്റ്റി. അപ്പോൾ അതിന്റെ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് 23,500 ലെവലിലാണ്. അതിന് തൊട്ടടുത്തായിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ബഡ്ജറ്റിലെ ഇമ്മീഡിയറ്റ് നമുക്ക് ഇൻഡെക്സിനെ ട്രിഗർ ചെയ്യിക്കാനുള്ള ന്യൂസുകളൊന്നും വന്നില്ല. ഗ്രാജുവലി മാർക്കറ്റ് കയറും. അടുത്ത വീക്കിൽ 23,500 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിന്റെ റെസിസ്റ്റൻസ് ലെവല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 24,225 ലെവലിലേക്ക് കയറാവുന്നതാണ് വരും ദിവസങ്ങളിൽ. എസ്, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചും ഒരുപക്ഷെ ഇന്ന് നിഫ്റ്റിയെ പോലെ തന്നെ വലിയ തോതിലൊരു മുന്നേറ്റം പ്രതീക്ഷിച്ചൊരു സെക്ടർ കൂടിയായിരുന്നു നിഫ്റ്റി ബാങ്ക്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 49,506.95 എന്ന നിലയിൽ ഏകദേശം 80 പോയിൻറ്റ്സിൻ്റെ നേരിയ ഒരു ഇടിവ് മാത്രമായിരുന്നു കാണുന്നത്. ഒരുപക്ഷെ മാത്രമല്ല, ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു 50,000 എന്നൊരു മാർക്ക് മറികടക്കാൻ ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്യാനും
നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇതുപോലെ നിഫ്റ്റി തന്നെ ട്രേഡ് ചെയ്ത പോലെ തന്നെ ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് ഇപ്പോൾ നിന്നിരിക്കുന്നത്. അതും അതിന്റെ റെസിസ്റ്റൻസ് ആയ 49,600 എന്ന് പറയുന്നതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഷോർട്ട് ടൈം റെസിസ്റ്റൻസ്. ഇന്ന് ട്രേഡിംഗ് ഡേയിൽ അത് ബ്രേക്ക് ചെയ്യാനും മുകളിലേക്ക് 50,000 ടച്ച് ചെയ്യാനും സാധിച്ചു. പക്ഷെ ക്ലോസിംഗ് ജസ്റ്റ് താഴെയാണ്. 49,600 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് തൊട്ട് താഴെ 100 പോയിന്റ് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം ഈ 49,600 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ് പോകാൻ സാധിക്കുന്നത് 50,700 റേഞ്ച് വരെ എത്താനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. ഈ 49,600 താഴെ നിൽക്കുവാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ബേസ് ഒരു 1 വീക്ക് കൂടെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ലോവർ സൈഡിലേക്ക് വലിയ സെല്ലിങ് ഇമ്മീഡിയറ്റ് പ്രതീക്ഷിക്കുന്നില്ല. സർ, നമ്മളിപ്പോൾ അനീഷ് സാറിലേക്ക് വരികയാണ്. സർ, ഇന്നത്തെ ഒരു സെക്ടർ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ FMCGയിൽ, കാരണം ഒരു പക്ഷേ മറ്റ് സെക്ടേഴ്സിലൊക്കെ തന്നെ ഒരു അല്പം പിന്നോട്ട് നിന്നപ്പോൾ പോലും FMCGയിൽ വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിരുന്നു. പ്രത്യേകിച്ചും ബഡ്ജറ്റിൽ വ്യക്തമായിട്ട് തന്നെ നിർമ്മലാ സീതാരാമൻ സൂചിപ്പിച്ചിരുന്നു കൺസംഷൻ, ഹൗസ് ഹോൾഡിൻ്റെ കൺസംഷൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ ഏറ്റെടുക്കുമെന്ന്. അതിനെ പിന്തുടർന്ന് ഏകദേശം വലിയൊരു കുതിപ്പാണ് FMCG സെക്ടറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. FMCG സെക്ടറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏതെങ്കിലും പിക്സ് അല്ലെങ്കിൽ ഒരു ഹോട്ട് പിക്സ് ആയിട്ട് താങ്കളുടെ ഒരു ഫോക്കസിലുണ്ടോ FMCG സെക്ടറിൽ? യെസ്, FMCG സെക്ടറിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ഫ്ലോ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഡിസ്പോസിബിൾ ഇൻകം കൂടുകയാണ്. ടാക്സിൽ വരുത്തിയിട്ടുള്ള മാറ്റം അനുസരിച്ച് ഡിസ്പോസിബിൾ ഇൻകം കൂടുന്നതോടുകൂടി നമ്മൾ തീർച്ചയായിട്ടും ഒരു കൺസ്യൂമർ സ്പെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസിയും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഏറ്റവും കൂടുതൽ പറയാൻ പോവുകയാണെങ്കിൽ ITC ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. ഇപ്പോൾ ഈ FMCG സെക്ടറിനെ സംബന്ധിച്ച് 470-ലാണ് ഇപ്പോൾ 460-ലാണ് ITC ട്രേഡ് ചെയ്യുന്നത്. അതൊരു 500 ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഈ സ്റ്റോക്സിൽ മാത്രമല്ല എല്ലാ FMCG സെക്ടറിലും പ്രത്യേകിച്ച് കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടറിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ബഡ്ജറ്റിൻ്റെ ഔട്ട്ലേ തന്നെ ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ സ്പെൻഡിങ് അല്ലെങ്കിൽ ഫണ്ട് ഔട്ട്ഫ്ലോയിലേക്കുള്ള ഒരു ഇൻപുട്ട് തന്നെയാണ് ധനമന്ത്രിയിൽ കൂടെ നൽകുന്നത്. ജോസ് സാറിലേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ FMCGയെ സംബന്ധിച്ച് തന്നെയാണ് വരുന്നത്. കാരണം FMCG ഇന്നത്തെ ഒരു സ്റ്റാർ ഓഫ് ദ ഡേ ആയിട്ട് മാറിയ സെക്ടർ എന്ന് പറയുന്നത് FMCG തന്നെയായിരുന്നു. അതിലിപ്പം മിഡ് ക്യാപ്സിൽപ്പെട്ട ഓഹരികളാണെങ്കിലും നിഫ്റ്റി 50 ഉൾപ്പെട്ട ഓഹരികളിലാണെങ്കിലും ശരി, വളരെ വ്യക്തമായിട്ടൊരു ബൈയിങ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ചില സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള ബ്രിട്ടാനിയയിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. കാരണം ബ്രിട്ടാനിയയെ സംബന്ധിച്ചിട്ട് ഏകദേശം 1% മുകളിലുള്ള ഒരു നേട്ടം നൽകിക്കൊണ്ട് ഒരു ക്ലോസിംഗ് ട്രേഡിംഗ് അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടാനിയ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ബ്രിട്ടാനിയ ഇപ്പോൾ നല്ല ഡീപ്പായിട്ടുള്ള ഒരു കറക്ഷന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഇത് ക്രമേണ പ്രൈസ് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോഴത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് 5203 ഇത് 5060 എന്ന് പറയുന്ന സപ്പോർട്ട് റേഞ്ചിന് മുകളിൽ ഇത് ട്രേഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇമ്മീഡിയറ്റ് ഇത് 5500 5600 റേഞ്ചിലേക്ക് ഒരു 2 വീക്ക് ടൈം കൊണ്ട് എത്തിച്ചേരാവുന്നതാണ്. ജോസ് സാറിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിലുള്ള ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിലും വ്യക്തമായിട്ടൊരു മുന്നേറ്റം ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവറിലെ ഓഹരികളിലുള്ള താങ്കൾ ഇനി പ്രധാനമായിട്ടും മുന്നോട്ടേക്ക് വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതായിരിക്കും? ഇമ്മീഡിയറ്റ് ആയിട്ട് സപ്പോർട്ട് വരുന്നത് 2400 അതുപോലെ തന്നെ ടാർഗറ്റ് ലെവൽ 2600 2700 ലെവലുകളായിരിക്കും ഇമ്മീഡിയറ്റ് അച്ചീവ് ചെയ്യാവുന്ന ലെവൽസ്. സപ്പോർട്ട് ലെവൽ 2400, അതിന് താഴെ പോയാൽ മാത്രമേ ഒരു നെഗറ്റീവ് ട്രെൻഡിലേക്ക് ഈ സ്റ്റോക്ക് മാറുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ പോസിറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ, അതായത് ഒരു ഡീപ്പായിട്ടുള്ള കറക്ഷൻ ഈ സ്റ്റോക്കിലും കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ കൺസോൾട്ടേഷൻ നടത്തിയിരിക്കുന്നത്. ആ കൺസോൾട്ടേഷൻ റേഞ്ചായി 2400 മുകളിലേക്ക് കയറി ഇന്നത്തെ ക്ലോസിംഗ് 2502 ഇമ്മീഡിയറ്റ് വരാവുന്നത് 2700 വരെയുള്ള റെസിസ്റ്റൻസിലേക്കാണ് എത്താൻ സാധ്യതയുള്ളത്. സർ, അനീഷ് സാറിലേക്കാണ് അടുത്തതായിട്ട്. കാരണം സെക്ടർ സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ FMCGയോടൊപ്പം നമ്മൾ പറയേണ്ടത് ഓട്ടോ സെക്ടറാണ്. കാരണം ലിഥിയം അയോൺ ബാറ്ററിയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ മറ്റ് പല പ്രഖ്യാപനങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കൺസംഷൻ വർദ്ധിക്കുന്നതിന് ഡയറക്റ്റ് ബെനിഫിഷ്യറി ആകുന്ന ഒരു സെക്ടർ ഓട്ടോമൊബൈൽ തന്നെയാണ്. ഇന്നിപ്പോൾ ഓട്ടോമൊബൈലിലേക്ക് നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഓട്ടോ സെക്ടറിലും ഏകദേശം 1.91% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഓട്ടോയ്ക്ക് സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ഓട്ടോ സെക്ടറിലുള്ള താങ്കളുടെ ഒരു ലോങ്
ലോങ് ടേം വ്യൂ എന്താണ്? ഈ ഒരു ബജറ്റ് എങ്ങനെയായിരിക്കും ഓഹരികളുടെ ഒരു ഗതിയെ നിർണ്ണയിക്കുക? തീർച്ചയായിട്ടും ഓട്ടോ സെക്ടർ കുറച്ച് കാലമായിട്ടൊരു സൈഡ് വൈസ് ട്രെൻഡിലായിരുന്നു. ഈ ഒരു ബജറ്റ് തീർച്ചയായിട്ടും അതിനൊരു ഇമ്പാക്റ്റ്, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് പല രീതിയിലാണ്. ഡിസ്പോസിബിൾ ഇൻകം കൂടുന്നത് കൊണ്ടുണ്ടാവാം, അതേപോലെ തന്നെ റൂറൽ ക്രെഡിറ്റ് കൂട്ടുന്നത് കൊണ്ട് അവരിൽ നിന്ന് വരുന്ന ബൈയിങ് പവർ അത് കൂടുതലായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റൂറൽ കൺസംഷൻ കൂടുമ്പോൾ തീർച്ചയായിട്ടും ഓട്ടോ സെക്ടറിനും അത് പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇതൊരു ലോങ് ടൈം ഇമ്പാക്റ്റാണ്. അത് എക്സാക്ട്ലി ചോദിച്ചതുപോലെ ഒരു ലോങ് ടൈം ഇമ്പാക്റ്റ് തന്നെയാണ് ഈ സെക്ടറിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതിന് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറീസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ടാറ്റ മോട്ടേഴ്സാണ്. ടാറ്റ മോട്ടേഴ്സ് ഒരു 700 ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതിന് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 850 വരെയൊക്കെ ഇമീഡിയറ്റ് പോകാം. എങ്കിലും ഒരു ലോങ് ടൈമിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യും. ദെൻ ഒരു റൂറൽ സെക്ടറിൽ ഒക്കെ പറയാൻ പറ്റുന്നത് TVS മോട്ടേഴ്സാണ്. ഇപ്പോൾ 2500 ലെവലിലാണ് അത് ട്രേഡ് ചെയ്യുന്നത്. അതിന്ന് ഒരു 3000 ലെവലിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്സ് ഞാൻ ജസ്റ്റ് പിക്ക് ചെയ്തതേ ഉള്ളൂ. ബട്ട് ഓട്ടോ സ്റ്റോക്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൾട്ടി ഡയമെൻഷനായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അതിലുണ്ട്. ഡ്യൂട്ടി കട്ടിലും അതിലൊക്കെ തന്നെ കോസ്റ്റ് കുറയ്ക്കാനുള്ള, ഇൻപുട്ട് കോസ്റ്റുകൾ കുറയ്ക്കാനുള്ള സജഷൻസ് വന്നിട്ടുണ്ട്. ഡിസ്പോസിബിൾ ഇൻകം കൂടുന്നത് കൊണ്ടുള്ള പോസിറ്റിവിറ്റി ഉണ്ട്. അങ്ങനെയുള്ള പല ഡയമെൻഷനിലുമുള്ള ഒരു പോസിറ്റിവിറ്റി ഈ സെക്ടറിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അടുത്തായിട്ട് ജോസാറിലേക്കാണ്. ജോസാറിനെ സംബന്ധിച്ചിട്ട് ഫിനാൻഷ്യൽ സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. കാരണം ഫിനാൻഷ്യൽ സെക്ടറിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ സ്ട്രീറ്റ് വെൻഡേഴ്സിനടക്കം ക്രെഡിറ്റ് കാർഡ് നൽകുന്നത്, അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ബജറ്റിൽ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് NBFC, ബജാജ് ഫിൻസർവ്, ബജാജ് ഫിൻസ് പോലെയുള്ള കമ്പനികളാണ്. അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫിൻനിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ഇതുപോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് ലെവൽ കഴിഞ്ഞിട്ട് 20 ഏരിയ ഇന്നത്തെ ക്ലോസിംഗ് 23,170 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് അതുപോലെ തന്നെ 23,500 അടുത്ത് വരെ ഇത് ഇന്നത്തെ ഇൻട്രാഡേ ട്രേഡിംഗിൽ എത്തുകയും ചെയ്തിരുന്നു. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന്റെ ഒരു ടാർഗറ്റ് ലെവല് 24,000 റേഞ്ചിലേക്കാണ്. സപ്പോർട്ട് ലെവൽ വരാവുന്നത് 23,000 ആയിരിക്കും. 23,000 മുകളിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇത് അച്ചീവ് ചെയ്യാവുന്ന 23,500, അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരാവുന്നത് 24,000 റേഞ്ചും ആയിരിക്കും. 23,000 താഴെ പോയെന്നാൽ മാത്രമേ ഒരു നെഗറ്റീവ് ട്രെൻഡിലേക്ക് മാറുന്നുള്ളൂ. കൂടുതൽ പോസിബിലിറ്റി ഈ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആയതുകൊണ്ട് പോസിറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. അനീഷ് സാറിലേക്കാണ് അടുത്തത് വരുന്നത്. ഇന്നത്തെ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളതും എന്നാൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. കാരണം ഇൻഷുറൻസ് മേഖലയിൽ FDIയുടെ 100% ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. 74% അതാണ് ഇപ്പോൾ 100% ആയിട്ട് ഉയർത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മേജർ പ്ലേയേഴ്സ്, ഗ്ലോബൽ ലെവലിൽ നിന്നുള്ള മേജർ പ്ലേയേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തുകയാണ്. ഈ ഒരു തീരുമാനത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് FDI വരുന്നത് കൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ്, അതിപ്പോൾ ഇമീഡിയറ്റ് അല്ലെങ്കിൽ പോലും വളരെ ലോങ് ടൈമിൽ അത് പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഏതൊരു സെക്ടറിലേക്കും ഫണ്ട് ഫ്ലോ വരുമ്പോഴേക്കും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ആ സെക്ടറിലുണ്ടാവും. നമ്മൾ നേരത്തെയും അത് കണ്ടതാണ്. ഈ ഓപ്പൺ ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾ ഇൻഷുറൻസ് സെക്ടറിലുണ്ടായിട്ടുള്ള വളർച്ച നമ്മൾ കണ്ടതാണ്. അതേ സെയിം എഫക്റ്റ് തന്നെയാണ് വീണ്ടും അത് കൂട്ടുമ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ 100% വരുമ്പോൾ വലിയ വലിയ പ്ലേയേഴ്സിന് വരും. അതോടൊപ്പം നമ്മുടെ കോമ്പറ്റീഷൻ വർദ്ധിക്കും, ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ വർദ്ധിക്കും. നമ്മുടെ കമ്പനികളും ആ കോമ്പറ്റീഷനോ ഉയർത്തുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് ടേം ഇഫക്റ്റ് തന്നെ ഈ ഒരു സെക്ടറിൽ ഉണ്ടാവാം. വളരെ പോസിറ്റീവായിട്ടുള്ള എല്ലാ രീതിയിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും ഈ സെക്ടറിൽ തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു പിക്ക് പറയാനായിട്ട് HDFC ലൈഫാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് 620 ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അത് ഏകദേശം 800-900 ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്മീഡിയറ്റ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരു ലോങ് ടൈം ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും സാധ്യതയുള്ള ഒരു ന്യൂസാണിത്. സർ, അതിനോടൊപ്പം തന്നെ ഒരു കമ്പനി എന്ന നിലയിൽ ഒരു പക്ഷേ ഇപ്പം ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ LIC ആണ് ഇതിലൊരു ഡൊമിനൻറ്റ് പ്ലെയർ എന്ന് പറയുന്നത്. കൂടുതൽ കമ്പനികൾ വരുമ്പോഴേക്കും ഇപ്പോൾ ഒരു മേജർ പ്ലെയേഴ്സായിട്ട് നിൽക്കുന്ന കമ്പനികളുടെ മാർക്കറ്റ് ഷെയർ ഒരു പക്ഷേ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയില്ല. അവരുടെ കസ്റ്റമേഴ്സ് മറ്റ് കമ്പനികളിലേക്ക് പോകാനുള്ളൊരു സാധ്യത കൂടി ഇല്ലേ? തീർച്ചയായിട്ടും ഇതിന്
നേരെ ഓപ്പോസിറ്റായ ഒരു വ്യൂ ആണ് എനിക്കുള്ളത്. കാരണം നമ്മളെ ഇവിടെ തന്നെ ഇൻഷുറൻസ് സെക്ടർ എല്ലാ മേഖലയിൽ അല്ലെങ്കിൽ എല്ലാ ആളുകളെയും കവർ ചെയ്തിട്ടില്ല എന്നതാണ്. വളരെ ഇൻഷുറൻസ് കവറേജ് അല്ലെങ്കിൽ ആ ഒരു സെക്ടർ കവർ ചെയ്യുന്നത് വളരെ ചെറിയൊരു പോപ്പുലേഷനെ മാത്രമാണ്. അതായത് ലാർജ് പോപ്പുലേഷൻ ഇപ്പോഴും നമ്മളെ ഇൻഷുറൻസ് കവറേജിൻ്റെ പുറത്താണ് ഉള്ളത്. അപ്പം മാർക്കറ്റ് ഈസ് വൈഡ്, വലിയൊരു മാർക്കറ്റ് നമുക്ക് ഔട്ട്സൈഡിലുണ്ട്. ആ മാർക്കറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതിന് ഫോറിൻ പ്ലേയേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് വൈഡ് ആകുമ്പോൾ എല്ലാ കമ്പനികൾക്കും, നമ്മുടെ സ്റ്റേറ്റ് ഓൺ കമ്പനികൾക്ക് മാത്രമല്ല ബാക്കി എല്ലാ കമ്പനികൾക്കും തന്നെ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ആര് ടാപ്പ് ചെയ്യുമെന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മാർക്കറ്റ് ഷെയർ ഡിറ്റർമിൻ ചെയ്യുക. എങ്കിലും ഡോമിനൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് നമ്മളുടെ വർഷങ്ങളായിട്ടുള്ള ഇവിടെയുള്ള സ്റ്റേറ്റ് ഓൺഡ് കമ്പനികൾക്കുള്ള ഒരു ഡോമിനൻസ് അത് കുറേ കാലം കൂടി നിലനിൽക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വളരെ വൈഡ് മാർക്കറ്റ് ആയതുകൊണ്ട് ഒരു ലാർജ് സ്കെയിൽ ഓഫ് എക്കണോമിക്സിൽ അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കുകയേ ഉള്ളൂ എന്നതാണ് എൻ്റെ ഒരു അനാലിസിസ്. അടുത്തതായിട്ട് ജോസ് സാറിലേക്കാണ് വരുന്നത്. ജോസ് സാർ കേൾക്കാമോ? യെസ് സർ, അതടുത്തതായിട്ട് ഇന്നത്തെ ഒരു സ്റ്റാർ ഓഫ് ദ ഡേ അല്ലെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും അധികം നേട്ടം നൽകിയിട്ടുള്ള നിഫ്റ്റി 50 ഓരോ ഓഹരി എന്ന ട്രെൻഡായിരുന്നു. ട്രെൻഡിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴേക്കും ഏകദേശം 6.98% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. ഇൻട്രാഡേയിൽ ഒരു ഘട്ടത്തിൽ 8% മുകളിലേക്കൊക്കെ ഉയരുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. നിലവിൽ ഇന്നത്തെ ഒരു ഡേ ഹൈ പരിശോധിക്കുമ്പോൾ 6270.4 എന്നൊരു നിലയിൽ ഒരു ഡേ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഹൈ ലെവൽസിൽ ഒരു നേരിയ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു എങ്കിൽ പോലും ബട്ട് സ്റ്റിൽ ഒരു 7% അടുത്തൊരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാൻ ട്രെൻഡിന് സാധിച്ചിട്ടുണ്ട്. ട്രെൻഡിൻ്റെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? അതിനോടൊപ്പം തന്നെ ഈ ബജറ്റ് എങ്ങനെയായിരിക്കും ട്രെൻഡിനെ നിർണ്ണയിക്കുക? ഇത് ട്രെൻഡിനെ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇത് ഇന്നത്തെ വന്നിരിക്കുന്നത്. അതായത് സ്പെൻഡിങ് കൂടുന്നതോടുകൂടി ഇതുപോലെയുള്ള കൂടുതൽ പ്രോഡക്റ്റുകൾ വാങ്ങിക്കും, അതുപോലെ ട്രെൻഡിൻ്റെ സെയിൽസ് വർദ്ധിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് തന്നെ കഴിഞ്ഞ വർഷം നന്നായിട്ട് പെർഫോം ചെയ്തൊരു സ്റ്റോക്കാണ്. അതിനുശേഷം ഇതൊരു ഡീപ്പായിട്ടുള്ള ഒരു കറക്ഷൻ വന്നിരുന്നു. ആ കറക്ഷന് ശേഷം വീണ്ടും ഇത് റിവേഴ്സൽ വന്ന സമയത്താണ് ഈ പോസിറ്റീവ് ട്രിഗർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് 5900 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതിന് മുകളിലാണ് ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 6155 ക്ലോസിംഗ് വന്നത്. അപ്പോൾ ഈ 5900 എന്ന് പറയുന്ന സപ്പോർട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഇതൊരു 6800 റേഞ്ചിലേക്ക് ഒരു 1 മന്ത് കൊണ്ട് എത്തിച്ചേരാനുള്ള സാധ്യതയാണുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ ഒരു നെഗറ്റീവ് ട്രെൻഡിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ 5900 താഴെ ഒരു ക്ലോസിംഗ് വന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് പോസിറ്റീവ് ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ്. അതായത് ഡീപ്പായിട്ടുള്ള ഒരു കറക്ഷൻ കഴിഞ്ഞു അത് കൂടുതൽ സാധ്യത മുകളിലേക്ക് റിവേഴ്സലാണ്. ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും എല്ലാം ഇതിന്റെ അപ്വേർഡ് ട്രെൻഡിനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. സപ്പോർട്ടായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് 5900 ആണ്. ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റേഞ്ച് ഏറ്റവും അടുത്തുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6650 ഡെയിലി ചാർട്ടിൽ. അതിനുശേഷം ഉള്ളത് 6800 ലെവലാണ്. അതായിരിക്കാം ഒരു 1 മന്ത് കൊണ്ട് ഇതിന്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ എത്താൻ പറ്റുന്ന ഒരു ടാർഗറ്റ് ലെവൽ. നമുക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. ഇന്ത്യയിൽ ആദ്യമായി ബിസിനസ് ഫിനാൻസ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളും രാജ്യത്തിലെ വിവിധ പ്രാദേശിക ഭാഷകളിൽ വെബ്, ആൻഡ്രോയിഡ്, iOS, OTT എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ബിസിനസ് ഡിജിറ്റൽ TV, MyFin TV. സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് പേഴ്സണൽ ഫിനാൻസ്, ഇൻഷുറൻസ്, ബാങ്കിംഗ്, എക്കണോമിക് ന്യൂസ്, ബിസിനസ്, NRI, ടെക്നോളജി തുടങ്ങിയവ ഷോർട്സ് റീൽസ്, ലൈവ് ഷോസ്, പ്രോഗ്രാംസ്, ന്യൂസ് അപ്ഡേറ്റ്സ്, ട്വീറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോസ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഫോർമാറ്റുകളിൽ MyFin TV നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. പ്രൊഫഷണൽസ്, ബിസിനസ്സുകാർ, വിദ്യാർത്ഥികൾ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കർഷകർ, ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപന ജീവനക്കാർ, വീട്ടമ്മമാർ തുടങ്ങിയ എല്ലാവർക്കും അവരുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള 1 പോയിന്റ് സൊല്യൂഷനാണ് MyFin TV. MyFin TV, leading to പണം പോകാതെയും ഇനി പവർ വരും. ഡൗൺലോഡ് ചെയ്യൂ MyFin TV. സാമ്പത്തിക സംശയ നിവാരണങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV. Level up your financial game with MyFin TV. Download the app now. Innovate your financial knowledge with the latest updates on MyFin TV. Download the app now. ഇന്ത്യയിൽ ആദ്യമായി ബിസിനസ് ഫിനാൻസ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളും രാജ്യത്തിലെ വിവിധ പ്രാദേശിക ഭാഷകളിൽ വെബ്,
ആൻഡ്രോയിഡ്, iOS, OTT എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ബിസിനസ് ഡിജിറ്റൽ TV, MyFin TV. Stock market and personal finance, insurance, banking, economic news, business, NRI, technology തുടങ്ങിയവ ഷോർട്സ് റീൽസ്, ലൈവ് ഷോസ്, പ്രോഗ്രാംസ്, ന്യൂസ് അപ്ഡേറ്റ്സ്, ട്വീറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോസ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഫോർമാറ്റുകളിൽ MyFin TV നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. പ്രൊഫഷണൽസ്, ബിസിനസ്സുകാർ, വിദ്യാർത്ഥികൾ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കർഷകർ, ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപന ജീവനക്കാർ, വീട്ടമ്മമാർ തുടങ്ങിയ എല്ലാവർക്കും അവരുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള 1 point സൊല്യൂഷനാണ് MyFin TV. MyFin TV, leading to wealth. യെസ്, വെൽക്കം ബാക്ക്. ഏതായാലും നമ്മൾ സംസാരിച്ചു കൊണ്ടുവന്നത് ബഡ്ജറ്റിനെ സംബന്ധിച്ചിട്ടായിരുന്നു. അനീഷ് സർ, ഇന്നത്തെ ഒരു ബഡ്ജറ്റ് പ്രധാനമായിട്ടും ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് അഗ്രികൾച്ചർ മേഖലയെ തന്നെയാണ്. കാരണം അഗ്രികൾച്ചർ തന്നെയാണ് ഇക്കോണമിയുടെ എഞ്ചിൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അഗ്രികൾച്ചർ മേഖലയുടെ ബാക്ക് ബോൺ തീർച്ചയായിട്ടും ഫാമേഴ്സ് തന്നെയായിരിക്കും. ഫാമേഴ്സിന് അനുകൂലമായിട്ട് കിസാൻ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനമുണ്ടായിരുന്നു. കിസാൻ ക്രെഡിറ്റ് 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ ഒരു നടപടിയുടെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമായിരിക്കും? ഏതൊക്കെ, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ബേസ് പറയുകയാണെങ്കിൽ ഏതൊക്കെ സ്റ്റോക്സിനായിരിക്കും ഇത് പ്രധാനമായിട്ടും എഫക്റ്റ് ചെയ്യുക? ഇത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഉള്ള ഒരു ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു പ്രഖ്യാപനമാണ്. ഇതുവരെയും കിസാൻ ക്രെഡിറ്റ് ഒരു 3 lakhs ആയിരുന്നു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് കാലമായി അത് തന്നെ ആയിരുന്നു. അതായത് ഇൻട്രസ്റ്റ് സബ്സിഡിയോട് കൂടി കൊടുത്തിരുന്ന ഒരു ക്രെഡിറ്റ്. അതിപ്പോൾ 5 lakhs ആക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ പെർസെൻറ്റേജ് ഇമ്പാക്റ്റ് വളരെയാണ്. 66% ഹയർ ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അതായത് ഡയറക്റ്റ് ക്രെഡിറ്റ് ടു ദ കസ്റ്റമേഴ്സാണ് അത് കറക്റ്റ്. അപ്പോൾ അവരെ കയ്യിലേക്ക് നേരിട്ട് പണം എത്തുന്നു. അതേപോലെ തന്നെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ഏകദേശം എല്ലാ റൂറൽ ഏരിയാസിലും എത്തിയിട്ടുണ്ട്. അപ്പം ഡയറക്റ്റായിട്ട് അവർക്ക് സ്പെൻഡ് ചെയ്യാനും അതുവഴിയുള്ള കാര്യങ്ങൾ അക്വയർ ചെയ്യാനും സാധിക്കുന്നതോടുകൂടി റൂറൽ മേഖലയിൽ, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ മേഖലയിൽ വളരെയധികം ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് സാധിക്കും. കാരണം അത് ഈ ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് തന്നെ അഗ്രികൾച്ചർ പ്രൊക്യൂർമെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് വരുന്ന കുറേ സെക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മളുടെ അഗ്രികൾച്ചർ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറേ കമ്പനികൾ, അത് തീർച്ചയായിട്ടും അവന്തി ഫീഡ് പോലെയുണ്ട്, അതേപോലെ ഗോദ്രേജ് അഗ്രോവേറ്റ് ഉണ്ട്, അതേപോലെ നാഷണൽ ഫെർട്ടിലൈസർ ഉണ്ട്. തീർച്ചയായിട്ടും അഗ്രികൾച്ചറിലെ മെയിൻ ഇതാണ് ഫെർട്ടിലൈസർ കമ്പനീസ്. അതുകൊണ്ട് ആ ഫെർട്ടിലൈസർ കമ്പനീസ് ഉണ്ട്, അവരെല്ലാം ഡയറക്റ്റ് അതിൻ്റെ തന്നെ ബെനിഫിഷ്യറീസ് ആയിരിക്കും. ഇൻഡയറക്റ്റായിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന FMCG സെക്ടർ, കൺസംഷൻ, ഇതേപോലുള്ള സെക്ടേഴ്സും ഇൻഡയറക്റ്റായിട്ട് അതിൻ്റെ ബെനിഫിഷ്യറീസ് ആണ്. സർ, അവസാനമായിട്ട് ഇന്നത്തെ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു എന്താണ് പറയുന്നത് ഏറ്റവും വലിയൊരു വെളിച്ചം എന്ന് പറയുന്നത് ടാക്സ് റിലീഫായിരുന്നു. അതായത് ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരുപക്ഷെ എക്സ്പെക്റ്റഡ് ആയിരുന്നു, പക്ഷേ 12 ലക്ഷം ആദായ നികുതി ഒഴിവാക്കുക എന്ന് പറയുന്നത് തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതാണ്. അത്രയധികം ഒരു ബൾക്കായിട്ട് ആൾക്കാരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ നോർമലി കൺസ്യൂമർ സ്പെൻഡിംഗ് എന്ന് പറഞ്ഞിരുന്നാൽ പോലും ഡിസ്ക്രിഷണറി കൺസ്യൂമർ സ്പെൻഡിങ്ങിൽ ഒരു വർധനവ് വരാനുള്ള ഒരു സാധ്യത അത് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം FMCG സെഗ്മെൻറ്റിൽ തന്നെ ഇപ്പോൾ വോൾട്ടാസ്, ബ്ലൂ സ്റ്റാർ, ക്രോംപ്ടൺ പോലെയുള്ള ഓഹരികളൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടൊരു ബൈങ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു ഡിസ്ക്രിഷണറി സ്പെൻഡിങ് വർദ്ധിക്കുമ്പോഴേക്കും ഏതൊക്കെ സ്റ്റോക്സിനായിരിക്കും പ്രധാനമായിട്ടും എഫക്റ്റ് ചെയ്യുക? ഒപ്പം തന്നെ താങ്കളുടെ ഫോക്കസിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും പിക്കായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇത് ഈ ബഡ്ജറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നേക്കാൾ ഹൈ ആണ്. കാരണം അതിന് 2-3 കാര്യങ്ങളുണ്ട്. അത് പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ആണ്. അതേപോലെ തന്നെയാണ് ഒരു മിഡിൽ ക്ലാസ്സിന് ഒരു ബൂസ്റ്റ് കൊടുക്കുന്നതിനേക്കും അവർ ലോങ് ടൈം വെയിറ്റിംഗ് ആയിരുന്ന ഒരു കാര്യത്തിനെ ആൻസർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് മിഡിൽ ക്ലാസ് ഫാമിലീസിന് ഒരുപാട് അധികം ആശ്വാസമാകുന്ന ഒരു പ്രഖ്യാപനമാണ്. അതേപോലെ തന്നെ ഇക്കോണമിയിൽ ഡയറക്റ്റായിട്ട് ഒരുപാട് ഇംപ്ലിക്കേഷൻസും ഉണ്ട്. അതിനുള്ള കാരണം ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡിസ്ക്രിഷണറി സ്പെൻഡിങ് കൂടുമ്പോൾ ഞാൻ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് എന്ന് പറയുന്നത് വോൾട്ടാസ് ആണ്. ആ വോൾട്ടാസിൻ്റെ ഒരു ലെവലിൽ നിന്ന്, ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് അത് നല്ലൊരു മൂവ്മെൻറ്റ്സ് കഴിഞ്ഞ കുറേ കാലമായിട്ട് അത് പോസിറ്റീവ് ട്രെൻഡിൽ തന്നെ ആയിരുന്നു. അതേപോലെ തന്നെ ക്രോംപ്ടൺ കേസ് ഇതെല്ലാം തന്നെ ഇപ്പോൾ പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെക്ടറിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അതിലുണ്ടാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അത് FMCG സെക്ടറിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതേപോലെ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള കുറച്ച് സ്പെൻഡിങ് കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രെൻഡ് പോലുള്ള കുറേ ഷെയർസിൻ്റെ മൂവ്മെൻറ്റ്സ് വരാനുള്ള ഒരു മേജറായിട്ടുള്ള ഒരു കാര്യം.
യെസ്, ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഇവിടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും ഒരുപക്ഷെ പല സെക്ടർക്ക് ഇപ്പോൾ ഡിഫൻസ് സംബന്ധിച്ചിട്ടൊക്കെ വലിയ തോതിൽ അലോക്കേഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള അലോക്കേഷൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. റെയിൽവേക്ക് വലിയ തോതിൽ അലോക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇതൊക്കെ തന്നെ പലപ്പോഴും ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മൾട്ടി ബാഗറായിട്ട് നിലനിന്ന പല സ്റ്റോക്കുകളിൽ നിന്നും ഇനിയിപ്പോൾ ആളുകൾ അല്പം പിന്തിരിയാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. യെസ്, അതിനോടൊപ്പം തന്നെ ജോസ് സാറിനും താങ്ക് യു, മൈഫിൻ്റെ പേരിലുള്ള താങ്ക് യു അറിയിക്കുകയാണ്. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ മാർക്കറ്റിൻ്റെ അനാലിസിസും ഒപ്പം തന്നെ പോസ്റ്റ് ബജറ്റ് ഇൻസൈറ്റും ഒക്കെ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ഇന്ത്യയിൽ ആദ്യമായി ബിസിനസ് ഫിനാൻസ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളും രാജ്യത്തിലെ വിവിധ പ്രാദേശിക ഭാഷകളിൽ വെബ്, ആൻഡ്രോയിഡ്, iOS, OTT എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ബിസിനസ് ഡിജിറ്റൽ TV, MyFin TV. സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് പേഴ്സണൽ ഫിനാൻസ്, ഇൻഷുറൻസ്, ബാങ്കിംഗ്, എക്കണോമിക് ന്യൂസ്, ബിസിനസ്, NRI, ടെക്നോളജി തുടങ്ങിയവ ഷോർട്സ് റീൽസ്, ലൈവ് ഷോസ്, പ്രോഗ്രാംസ്, ന്യൂസ് അപ്ഡേറ്റ്സ്, ട്വീറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോസ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഫോർമാറ്റുകളിൽ MyFin TV നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. പ്രൊഫഷണൽസ്, ബിസിനസ്സുകാർ, വിദ്യാർത്ഥികൾ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കർഷകർ, ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപന ജീവനക്കാർ, വീട്ടമ്മമാർ തുടങ്ങിയ എല്ലാവർക്കും അവരുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള 1 പോയിന്റ് സൊല്യൂഷനാണ് MyFin TV. MyFin TV, leading to wealth. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻസൈറ്റ്സ് എപ്പോഴും എവിടെ നിന്നും അറിയാൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും, മറക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. ഇത്തവണത്തെ ബഡ്ജറ്റ് ഡേയിൽ MyFin TV പുതിയ ചരിത്രം കുറിക്കുകയാണ്. നൂറുകണക്കിന് ചാനലുകൾ ബഡ്ജറ്റ് തത്സമയ സംപ്രേഷണം മാത്രം ചെയ്യുമ്പോൾ അതിൽ നിന്നും വേറിട്ടൊരാശയവുമായി MyFin TV പ്രേക്ഷകർക്കിടയിലേക്ക് എത്തുന്നു. ബഡ്ജറ്റ് ഡേയിൽ ബഡ്ജറ്റ് തത്സമയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളെ കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്ത് ടീം MyFin ലൈവായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതിനായി അണിനിരക്കുന്നത് MyFinലെ പരിചയസമ്പന്നരായ പ്രഗത്ഭരാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് രംഗത്ത് 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള പ്രദീപ് ചന്ദ്രശേഖർ, ബിസിനസ് ജേർണലിസത്തിൽ 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള MyFin TV ബിസിനസ് എഡിറ്റർ ജെയിംസ് പോൾ, ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെ ഫണ്ട് മാനേജ്മെന്റിൽ 20 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള സൂരജ് S. നായർ. ഇവർക്കൊപ്പം ബിസിനസ് ലൈവ് ഡെസ്കുകളിലെ എക്സ്പേർട്സ് ടീമിനൊപ്പം ഞങ്ങളുടെ 80-ലധികം എംപ്ലോയീസ് കൂടി ഒരുമിക്കുമ്പോൾ കൃത്യമായ വിലയിരുത്തലുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ലൈവ് രാത്രി 8 മണി വരെ നീളുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻകം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻസ് തുടങ്ങി ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ബജറ്റിന് ശേഷമുള്ള സമഗ്രമായ വിലയിരുത്തലുകളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. കാണുക നിങ്ങളുടെ സ്വന്തം MyFin TVയിൽ ഫെബ്രുവരി 1 ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ. ബഡ്ജറ്റ് സെറ്റ് ഗോ 2025-26. പണം പോകാതെയും ഇനി പവർ വരും. ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൊതുവെ ധനമന്ത്രിമാരാണല്ലോ. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയെന്നറിയാം? പലർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായി ഒന്ന് പറഞ്ഞേക്കാം. 1958-ൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, 1970-ൽ ഇന്ദിരാഗാന്ധി, 1987-ൽ രാജീവ് ഗാന്ധിയും ബജറ്റ് അവതരിപ്പിച്ചു. അതൊരു ചരിത്രമായി മാറി. ഇവിടെ MyFin TVയും ചരിത്രം കുറിക്കുകയാണ്. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് പ്രസന്റ് ചെയ്ത ബഡ്ജറ്റ് 1947 നവംബർ 26-നാണ്. അതിനുശേഷം ഇങ്ങോട്ട് മാറി മാറി വരുന്ന ഗവൺമെന്റ് എല്ലാ വർഷവും സ്ഥിരമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഡ്യൂറേഷൻ കൊണ്ട് ശ്രദ്ധ നേടിയ ബഡ്ജറ്റാണ് 2020-21-ലേത്.
ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് 2 hours 42 minutes വരെ നീണ്ടുനിന്നു. So I rise, with your permission, to present a statement of the estimated receipts and expenditure of the Government of India for the year 2020-2021. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും ഡ്യൂറേഷൻ പോയതെന്ന് പല മീഡിയ ചാനൽസ് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും നിർമ്മല സീതാരാമൻ ഇതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഇത്തവണത്തെ ബഡ്ജറ്റ് ഡ്യൂറേഷൻ കൂടുതലാണെന്നറിയാം, അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നാൽ ഓരോ സെക്ടറുകൾക്കും അത്രത്തോളം വിശകലനം ആവശ്യമുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് ഇത്രയും സമയമെടുത്തത്. കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിക്കും മുൻപ് അത് ചോരുക എന്ന് പറഞ്ഞാൽ അതൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്നാൽ ഉണ്ട്. 1950-51 ബഡ്ജറ്റിലാണ് സംഭവം. കേന്ദ്ര ബഡ്ജറ്റ് അച്ചടി സമയത്ത് അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അന്നത്തെ ധനമന്ത്രി ജോൺ മത്തായി പാർലമെന്റിൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് അത് ചോർന്നത്. ഈ ചോർച്ചയെ തുടർന്ന് പിന്നീട് വന്ന ബഡ്ജറ്റിന്റെ അച്ചടി രാഷ്ട്രപതി ഭവനിൽ നിന്ന് മിന്റോ റോഡിലേക്ക് മാറ്റി. 1980 ശേഷം ബഡ്ജറ്റ് അച്ചടിക്കുന്നത് നോർത്ത് ബ്ലോക്ക് ബേസ്മെന്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാമ്പത്തിക സംശയ നിവാരണങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഫെബ്രുവരി 1 തീയതി രാവിലെ 11 മണിക്കാണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. 1999 വരെ ഫെബ്രുവരി മാസത്തിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ വൈകുന്നേരം 5 മണിക്കായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത്. ആ സമയം ഇന്നത്തെ പോലെ ചേഞ്ച് ആക്കിയത് 2000 മില്ലേനിയം ബഡ്ജറ്റ് അവതരിപ്പിച്ച ഫിനാൻസ് മിനിസ്റ്റർ യശ്വന്ത് സിൻഹയാണ്. ഏതായാലും അതെല്ലാം കൊണ്ടും കൂടുതൽ സൗകര്യപ്രദമായി. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ 1 മുതൽ തന്നെ നടപ്പിലാക്കാൻ സാധിച്ചു. ബഡ്ജറ്റിന് മുന്നേ നടക്കുന്ന പ്രിന്റിംഗ് അതീവ സുരക്ഷയുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ആ വർഷത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ അച്ചടിക്കുന്ന പ്രോസസ്സാണ്. ആ പ്രിന്റുകൾ നോക്കി വായിച്ചാണ് ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ലാതെ പൂർണ്ണമായും ഡിജിറ്റലൈസ്ഡ് ആയി ബഡ്ജറ്റ് അവതരിപ്പിച്ച വർഷം ഏതാന്ന് ഓർമ്മയുണ്ടോ? കോവിഡ് എന്ന മഹാമാരി ലോകത്തെ വിറപ്പിച്ച് 2021-22 ബഡ്ജറ്റാണ് ഡിജിറ്റലൈസ് ചെയ്തത്. ഈ കോവിഡ് എല്ലാ മേഖലയെയും ബാധിച്ചെങ്കിലും അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത മേഖലകളിലൊന്ന് ടൂറിസം ആയിരുന്നു. പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഒരുമിച്ച് സംഗമിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസുകൾ പഴയ പടിയാവാൻ നമുക്ക് ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. തൊട്ടടുത്ത വർഷം ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ടൂറിസം സെക്ടറിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായി 2400 കോടി രൂപയാണ് കേന്ദ്ര ബഡ്ജറ്റിൽ നീക്കിവെച്ചത്. അത് ടൂറിസം മേഖലയ്ക്ക് ഒരു വലിയ ആശ്വാസമായി. കേന്ദ്ര ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ തവണ പ്രസന്റ് ചെയ്തിട്ടുള്ള ധനമന്ത്രി ആരാണെന്നറിയാമോ? 1962 മുതൽ 69 വരെ തുടർച്ചയായി 10 വർഷങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിച്ച അന്നത്തെ ധനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിക്കാണ് ആ റെക്കോർഡ്. തൊട്ടുപിറകിൽ 9 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഫിനാൻസ് മിനിസ്റ്റർ പി ചിദംബരവും അതിന് പിറകിലായി ഒരുപക്ഷെ ഈ റെക്കോർഡുകളെല്ലാം തിരുത്തിയേക്കാവുന്ന നിലവിലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുള്ളത്. Level up your financial game with MyFin TV. Download the app now. Innovate your financial knowledge with the latest updates on MyFin TV. Download the app now. ഇന്ത്യയിൽ ആദ്യമായി
ബിസിനസ് ഫിനാൻസ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളും രാജ്യത്തിലെ വിവിധ പ്രാദേശിക ഭാഷകളിൽ വെബ്, ആൻഡ്രോയിഡ്, iOS, OTT എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ബിസിനസ് ഡിജിറ്റൽ TV, MyFin TV. Stock market and personal finance, insurance, banking, economic news, business, NRI, technology തുടങ്ങിയവ, short reels, live shows, programs, news updates, tweets and educational videos എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഫോർമാറ്റുകളിൽ MyFin TV നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. പ്രൊഫഷണൽസ്, ബിസിനസ്സുകാർ, വിദ്യാർത്ഥികൾ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കർഷകർ, ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപന ജീവനക്കാർ, വീട്ടമ്മമാർ തുടങ്ങിയ എല്ലാവർക്കും അവരുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള 1 point സൊല്യൂഷനാണ് MyFin TV. MyFin TV, leading to നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും, മറക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. ഇത്തവണത്തെ ബഡ്ജറ്റ് ഡേയിൽ MyFin TV പുതിയ ചരിത്രം കുറിക്കുകയാണ്. നൂറുകണക്കിന് ചാനലുകൾ ബഡ്ജറ്റ് തത്സമയ സംപ്രേഷണം മാത്രം ചെയ്യുമ്പോൾ അതിൽ നിന്നും വേറിട്ടൊരാശയവുമായി MyFin TV പ്രേക്ഷകർക്കിടയിലേക്ക് എത്തുന്നു. ബഡ്ജറ്റ് ഡേയിൽ ബഡ്ജറ്റ് തത്സമയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളെ കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്ത് ടീം MyFin ലൈവായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതിനായി അണിനിരക്കുന്നത് MyFinലെ പരിചയസമ്പന്നരായ പ്രഗത്ഭരാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് രംഗത്ത് 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള പ്രദീപ് ചന്ദ്രശേഖർ, ബിസിനസ് ജേർണലിസത്തിൽ 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള MyFin TV ബിസിനസ് എഡിറ്റർ ജെയിംസ് പോൾ, ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെ ഫണ്ട് മാനേജ്മെന്റിൽ 20 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള സൂരജ് എസ് നായർ. ഇവർക്കൊപ്പം ബിസിനസ് ലൈവ് ഡെസ്കുകളിലെ എക്സ്പേർട്സ് ടീമിനൊപ്പം ഞങ്ങളുടെ 80-ലധികം എംപ്ലോയീസ് കൂടി ഒരുമിക്കുമ്പോൾ കൃത്യമായ വിലയിരുത്തലുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ലൈവ് രാത്രി 8 മണി വരെ നീളുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻകം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻസ് തുടങ്ങി ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ബജറ്റിന് ശേഷമുള്ള സമഗ്രമായ വിലയിരുത്തലുകളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. കാണുക നിങ്ങളുടെ സ്വന്തം MyFin TVയിൽ ഫെബ്രുവരി 1 ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ. ബഡ്ജറ്റ് സെറ്റ് ഗോ 2025-26. വെൽക്കം ബാക്ക്. MyFin ബഡ്ജറ്റ് സീരീസ് ഷോയിലേക്ക് സ്വാഗതം. ലൈവായിട്ട് നമ്മൾ രാവിലെ മുതൽ തുടങ്ങി ഇനി വൈകുന്നേരം 8:30 വരെ നമ്മൾ ലൈവായിട്ട് പോകുന്നതാണ്. പ്രേക്ഷകർക്ക് വേണ്ടി പല രീതിയിലുള്ള പ്രോഗ്രാം ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. അതിൽ സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഫണ്ടമെന്റൽ അനാലിസിസ്, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ടാക്സിനെ കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ വിവിധ സബ്ജക്റ്റുകളായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു പ്രേക്ഷകരുടെ അറിവിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഈ സീരീസിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് ഇൻകം ടാക്സ് റിലേറ്റഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അത് സംസാരിക്കാനായിട്ട് എമിനൻ്റ് ആയിട്ടുള്ള 2 ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ തന്നെയാണ് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നിർമ്മല സീതാരാമൻ മാഡം നമുക്ക് വലിയൊരു ഗിഫ്റ്റാണ് എസ്പെഷ്യലി ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നത്. പ്രത്യേകിച്ച് സാലറീഡ് മിഡിൽ ഇൻകം ക്ലാസ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് വളരെ വലിയൊരു ബഡ്ജറ്റ് ബൊനാൻസയാണ് മാഡം അനൗൺസ് ചെയ്തേക്കുന്നത്. ഏതാണ്ട് 12 ലക്ഷം 12 lakhs വരെ വരവുള്ളവർക്ക് ഏതാണ്ട് ഇൻകം ടാക്സ് ഇല്ല. അതിൻ്റെ റിബേറ്റും എല്ലാം കൂടെ ചേർന്ന് വന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ പാനലിലേക്ക് ക്ഷണിക്കുന്നു. മിസ്റ്റർ ദീപക്, മാനേജിംഗ് പാർട്ണർ DPSM & കമ്പനി. അതിൻ്റെ കൂടെ നമ്മളോട് ജോയിൻ ചെയ്യുന്നു മിസ്റ്റർ ഷോണോ, അഗെയിൻ മാനേജിംഗ് പാർട്ണർ വിത്ത് DPSM & കമ്പനി. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരുടെ അറിവിന് വേണ്ടിക്ക് നമ്മൾ വീണ്ടും ഒരു റീക്യാപ്പ് നമ്മൾ കൊണ്ടുവരുന്നു. ഏതാണ്ട് 12 lakhs വരെ ഇൻകം ടാക്സ് സാധാരണക്കാരന് ഇല്ല എന്നുള്ളൊരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊരു വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. നമ്മൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്തില്ല. മാർക്കറ്റിൽ ഒരു സ്പെക്കുലേഷൻ ഉണ്ടായിരുന്നത് മാക്സിമം
10 lakhs വരെ, കഴിഞ്ഞ കൊല്ലം അത് 7 lakhs വരെ ആയിരുന്നു, ഇപ്രാവശ്യം 10 lakhs വരെ ഒരു സാധ്യതയുണ്ട് എന്ന് മാത്രമേ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, പല എക്സ്പേർട്സും സംസാരിച്ചുള്ളൂ. ബട്ട് നമ്മളെയൊക്കെ കൊണ്ട് വിസ്മയിപ്പിച്ചുകൊണ്ട് തന്നെ, നമ്മളെയൊക്കെ കൊണ്ട് സർപ്രൈസ് ചെയ്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 12 lakhs എല്ലാം കൂടി ചേർന്ന്, എനിക്ക് തോന്നുന്നു റിബേറ്റും കൂടെ ചേർന്ന് 12.75 വരും തോന്നുന്നു അല്ലേ. 12.75 lakh എന്ന് പറയുന്നത് വളരെ മാസീവായിട്ടുള്ള കാര്യങ്ങൾ. ഇതെങ്ങനെയാണ് നമുക്കൊരു ജനങ്ങൾക്ക് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് ഇത് ഉപയോഗപ്രദമാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നു. അതിനുവേണ്ടി ഞാൻ ആദ്യം ദീപകിലേക്ക് പോകുന്നു. ദീപക്, ഇതൊരു വളരെ മാസീവായിട്ടുള്ളൊരു റിലീഫായിട്ടാണ് നമ്മൾ കാണുന്നത്. കാര്യം ഇതിൻ്റെ ഒരു റിപ്പിൾ എഫക്റ്റ്, ഞാനിത് വെറുതെ ഒരു സാലറീഡ് എംപ്ലോയിഡ് ക്ലാസ്സിന് ഏതാണ്ട് 12 lakh വരെ ടാക്സ് ഇല്ല എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ചാനൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വേറൊരു വെർട്ടിക്കലും കൂടെ ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിന് എവറി ഡിസിഷൻ ഇൻ ദിസ് ബഡ്ജറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു some kind of movements here and there in the stock market. So there is an implication on this in stock market. ഞങ്ങൾ അതിനെ ഞങ്ങളുടെ റിസർച്ച് ടീം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, the amount of consumption that is going to happen in Indian economy is humongous. നമ്മൾ ഈ പറയുന്ന പോലെ ഈ 12 ഇൻകം ബ്രാക്കറ്റിൽ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് എസെൻഷ്യൽ ഐറ്റംസിനുള്ള പല GST ഐറ്റംസും വളരെ വില കുറവാണ്. അപ്പോൾ ഒരു സാധാരണക്കാരൻ, അല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പിന്, അല്ലെങ്കിൽ ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പിന് അത്യാവശ്യമായ സാധനങ്ങൾ, എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ, ഡെയിലി യൂസിനുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും ഒരു വില കുറഞ്ഞ സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. ഇത് കൺസംഷൻ ഡ്രൈവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് മാർക്കറ്റിൽ എക്സ്പേർട്സ് പറയുന്നത്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള റിസർച്ചും അത് തന്നെയാണ് കാണിക്കുന്നത്. എത്രത്തോളമാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കുറച്ചുകൂടി പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി ഇത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ മിസ്റ്റർ ദീപക്? തീർച്ചയായും സാർ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ തന്നെ ഇത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ട്സ് ഞങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഒരു 10 ലക്ഷം രൂപ വരെയൊക്കെ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ടാക്സ് കട്ട് ഉണ്ടാവും. അതുവരെ ടാക്സ് എക്സംഷൻ അല്ല കേട്ടോ, അത് റിബേറ്റ് അടക്കമാണ്. 10 ലക്ഷം രൂപ വരെ ടാക്സ് ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് അടുത്തൊരു ലെവലിലേക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അഡീഷണൽ 2 lakh ഇൻകം കൂടെ. ഇത് സാറിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ കടമെടുക്കുകയാണെങ്കിൽ 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഒരാൾക്ക് 1 രൂപ പോലും ടാക്സ് അടയ്ക്കണ്ട. അതൊരു ഭയങ്കര റിമാർക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സാർ പറഞ്ഞാൽ ഒരുപാട് സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സ് ഉണ്ട്. ഇതിൻ്റെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയുവാണെങ്കിൽ, ഞാനും ഷോണോ സാർ ഇന്നലെ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, സാറേ ഇതിപ്പോൾ നമ്മളിപ്പോൾ 12 ലക്ഷത്തിന് ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാം അല്ലേ. അതായത് 1 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു വ്യക്തി പഴയ രീതിയിലാണെങ്കിൽ ഒരു മാസം ഒരു 10,000 രൂപ 15,000 രൂപ ടാക്സ് അടയ്ക്കണമായിരുന്നു. TDS ആയിട്ട് ഒരു വർഷം അക്യുമുലേറ്റഡ് ആയിട്ടാണ് എമൗണ്ട് അടയ്ക്കുന്നതെങ്കിലും TDS എന്ന് പറയുന്ന ഒരു മെക്കാനിസത്തിലൂടെ മാസം ഇത്ര ഒരു കട്ടുണ്ടായിരുന്നു. 10,000 മുതൽ 15,000. അതിന് ഒരുപാട് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർ എ റഫ് എക്സാമ്പിൾ, ഐ ആം ജസ്റ്റ് ടേക്കിംഗ് 10 to 15,000. അതായത് ഒരു സംശയം ചോദിക്കട്ടെ, 12 lakh വരുന്നവരെ ആൾക്കാർക്ക് ഒരു 80,000 rupees സേവിംഗ് എന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ. അതെ, അതിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു സേവിങ്സ് വരുമ്പോൾ ഒറ്റയടിക്ക് ഞാൻ മാസം 80,000 എന്ന് പറഞ്ഞാൽ മാസം 7,500 രൂപയായി. ഈ ഒരു എമൗണ്ട് സേവ് ചെയ്യുമ്പോൾ സാധനം അറിയാം, ഒരു ചെറിയൊരു EMI-ൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളൊരു സേവിങ്സ് ആകാം, അല്ലെങ്കിൽ മോർ മണി ടു ദ മാർക്കറ്റിലേക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ആ ഒരു സ്പെൻഡിങ് കപ്പാസിറ്റിയാണ് ഇവിടെ കൂടുന്നത്. ഓക്കെ, മീൻസ് 12 ലക്ഷം നേരത്തെ സാറ് പറഞ്ഞ ഒരു 1 lakh rupees ടാക്സ് അടയ്ക്കേണ്ട ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒന്നും അടയ്ക്കണമെങ്കിൽ അതൊരു മിഡിൽ ക്ലാസ് സെഗ്മെൻറ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ്. ഈ ഒരു നിസ്സംശയം ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ നമുക്കത് പറയാൻ പറ്റുന്നതാണ്. ഷോണോ, ഇപ്പോൾ നമ്മൾ ദീപക് പറഞ്ഞ പോലെ തീർച്ചയായിട്ടും അതിൻ്റെ റിപ്പിൾ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ് എക്കണോമിയിൽ. സപ്പോസ് നമ്മളിത് ജനങ്ങളുടെ അറിവിലേക്ക്, പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി ചോദിക്കുകയാണ്. 15 ലക്ഷത്തിന് അല്ലെങ്കിൽ 12 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക്, ഒരു 15 ലക്ഷമാണെന്ന് വിചാരിക്കുക, അവർക്ക് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്? ബേസിക് ഇൻകം ടാക്സ് എക്സംഷൻ 4 ലക്ഷം തന്നെയാണ്. 4 ലക്ഷം വരെയാണ് നമുക്ക് ടാക്സ് പരിധിയിൽ വരാത്ത വരുമാനം. ഓക്കെ, 4 മുതൽ പിന്നീട് പല സ്ലാബുകളായിട്ടാണ് നമ്മൾ 12 കഴിഞ്ഞിട്ട് വീണ്ടും 16 കഴിഞ്ഞിട്ട് വീണ്ടും 4 ലക്ഷത്തിന്റെ ഗ്യാപ്പ് വെച്ചിട്ടാണ് സ്ലാബ് 4 to 8, 8 to 12 to 16 അങ്ങനത്തെ സ്ലാബ് ഇന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് അപ് ടു 24 lakhs. 24 lakhsന് 25% ടാക്സ് ആണ് വെച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. 30%. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വളരെ, അതായത് ഒരു ട്രഡീഷണൽ ചേഞ്ച് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സിനെല്ലാം മറികടക്കുന്ന ഒരു പോളിസി ആയിരുന്നു. അതായത് നമ്മളിപ്പോൾ ഇത്രയും നാളും കേട്ടോണ്ടിരുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടാക്സ് സേവ് ചെയ്യാനാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് റിട്ടേണിനെ പ്രതീക്ഷിച്ചിട്ടാവണം.
എക്സാക്ട്ലി മാർക്കറ്റ് ആ ഒരു പോയിന്റിലോട്ടാണല്ലോ മാർക്കറ്റ് മുഴുവൻ ഡ്രൈവ് ആവുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മുടെ ചിന്തകളെ മാറ്റുന്ന രീതിയിലാണ് ഈ ബഡ്ജറ്റിന്റെ ടാക്സ് എക്സംഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വഴി വരുന്ന TDS, ഇപ്പോൾ സാലറി ക്ലാസ്സിന് മാസാമാസം കട്ട് ചെയ്യുന്ന TDS കട്ട് ചെയ്യാതെ പെടുമ്പോൾ അവർക്ക് ഇത്രയും കാലം 10,000 രൂപ 15,000 രൂപ കട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ 1 lakhിൽ നിന്ന് 10,000 കുറച്ച് 90,000 ആയിരുന്നെങ്കിൽ ആ 10,000 കഴിഞ്ഞ് 90,000 അവൻ ജീവിക്കാൻ പഠിച്ചവനാ. അവനെ സംബന്ധിച്ച് ഈ 10,000 രൂപ എക്സസ്സാ സത്യത്തിൽ. സോ ഹി ക്യാൻ തിങ്ക് അബൌട്ട് വാട്ട് ഇസ് ദ നെക്സ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഉറപ്പായിട്ടും ഒരു സാലറി ക്ലാസ്സിന് എപ്പോഴും നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിലോട്ട് കൊണ്ടുപോകാം. ലൈക്ക് മ്യൂച്വൽ ഫണ്ട്സ്, SIP പ്ലാൻസ്, ലോട്ട് ഓഫ് ആൾ ദർ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും money will come back to market. Money will again pump back to economy and the economy will drive consumption and in return you will create a lot of wealth. അതായത് നിങ്ങൾ സേവ് ചെയ്യുന്ന പൈസ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മന്ത്ലി 10,000 സേവിങ്സ് ഒരു SIP-യിലേക്ക് ഇടുവാന്ന് കൂട്ടിക്കും. സോ ആഫ്റ്റർ 10 years സോ വി ക്യാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിരിക്കും അതിൻ്റെ ഒരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം ഇത് പ്രോപ്പർലി നമ്മൾ നമ്മുടെ ഒരു ഫിനാൻസിനെ ബഡ്ജറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഫിനാൻസ് മിനിസ്റ്റർ ഇന്ത്യൻ ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു, അതേപോലെ തന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആസ് ആൻ ഇൻഡിവിജ്വൽസ് നമ്മൾ ഓരോരുത്തരും എടുക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു എമൗണ്ട് കൃത്യമായിട്ട് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ സേവിങ്സ് അക്യുമുലേഷൻസ് ആൻഡ് വെൽത്ത്. ഇന്നലെ സംഭവിച്ച കാര്യം ഇതാണ്. ഞങ്ങൾ 1 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ ഞങ്ങളുടെ ക്ലയൻസിന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ സാർ 1 ലക്ഷം രൂപ വരുമാനം അതൊരു ചെറുതോ വലുതോ എന്നുള്ളതല്ല, 1 lakh rupees വരുമാനത്തിൽ നിന്ന് എങ്ങനെ നമുക്കിത് നമ്മുടെ ബഡ്ജറ്റ് ഒരു ഫാമിലി ബഡ്ജറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ടാക്സ് എന്ന് പറയുന്ന സാലറി ക്ലാസ്സിനെ സംബന്ധിച്ച് അതൊരു നല്ലൊരു എക്സ്പെൻസ് തന്നെയാണ്. ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അവർ രണ്ടുപേരും 12 ലക്ഷത്തിന് താഴെയാണെങ്കിൽ അത് ആ ഫാമിലിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗോണ ബി മാസീവ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്കാളും കൂടുതൽ ഇപ്പം നമ്മൾ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, കൂടുതൽ വർക്കിംഗ് മെമ്പേഴ്സ് ഫാമിലിയിൽ വേണം എന്നാണ്. അതും 12 lakhsന് മുകളിലാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് 20 lakhs ഏൺ ചെയ്യണതിനേക്കാളും ബെനിഫിറ്റ് ആണ് 3 പേര് 12 ലക്ഷത്തിന് താഴെ ഏൺ ചെയ്യണ ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ. നോ ഡൗട്ട്. ഇപ്പോൾ ഒരു ഫാമിലി റൺ ബിസിനസ് ഒക്കെ ആവുമ്പോഴാണ് ഫാമിലി ദ പേരൻസ് ആൻഡ് അവർ സൺ അല്ലെങ്കിൽ ഡോട്ടർ അവരൊക്കെ പാർട്ട്നേഴ്സ് ആണെങ്കിൽ ദേ ക്യാൻ മോർ ഹാവ് എ ടാക്സ് പ്ലാനിങ് ഓൺ ദാറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രേറ്റ്. ഞാൻ പക്ഷേ വേറൊരു സംശയം ചോദിച്ചോട്ടെ, ഇതും പ്രേക്ഷകരുടെ അറിവിലേക്കും എൻ്റെ അറിവിലേക്കും വേണ്ടി ചോദിക്കുകയാണ്. നിങ്ങൾ ഇത് എനിക്കറിയാം കിട്ടാവുന്ന 2 ബ്രില്യൻ മൈൻഡ്സ് ആണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ഇത് പുതിയ ടാക്സ് സ്ട്രക്ചർ ഡിസൈഡ് ചെയ്തവർക്കല്ലേ ഉള്ളൂ, അതായത് പുതിയ സ്കീമിലല്ലേ ഉള്ളൂ. ഓൾഡ് സ്കീമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ ഞാൻ I am 50+, ഞാനിപ്പോൾ പഴയ ഒരു രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടല്ല, എൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഞാൻ ഡിവൈസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക ഹൗസിംഗ് ലോണോ അല്ലെങ്കിൽ ഫോർ ദാറ്റ് മാറ്റർ ലൈഫ് ഇൻഷുറൻസ്, സെക്ഷൻ 80C 80D നമ്മൾ കൊല്ലങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ടിങ്കർ ചെയ്ത് കളിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് കൊല്ലങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ലാബുകളിൽ നിന്ന് ജീവിച്ചു വളർന്ന എൻ്റെ നല്ലൊരു വിഭാഗം ലൈഫും ജീവിച്ച ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് അത് തിരിച്ച് പുതിയ ഒരു സ്കീമിലേക്ക് പോകേണ്ട കാര്യം ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ തന്നെയും ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുന്നു. ഇത് പുതിയ സ്കീം ചൂസ് ചെയ്യണവർക്കല്ലേ ഈ ബെനിഫിറ്റ് ഉള്ളൂ. ഞാൻ അതിലേക്ക് വരാം സാറേ. ഷോണോ സാറ് നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ കടമെടുക്കുകയാണ്. സാർ ആദ്യം പറഞ്ഞത് ഇത്രയും നാൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് പ്ലാനിങ്ങിന് വേണ്ടിയാണ് അല്ലേ. കുറെ ആൾക്കാർ 5 year FD ഇടും അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കും. ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഡക്റ്റ് മേടിച്ചിരുന്നു. ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി പ്രൊഡക്റ്റ് മേടിക്കുന്നതിന് പകരം ഇദ്ദേഹം പറഞ്ഞ അതേ വാക്ക് ഞാൻ ഉൾക്കൊള്ളുകയാണെങ്കിൽ കൂടുതൽ റിട്ടേൺ കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു എമൗണ്ട് വിനിയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പുതിയ ന്യൂ റെജീം ഓൾഡ് റെജീം എന്നൊക്കെയാണ് പറയുന്നത്. ഈ ന്യൂ റെജീം ഈ ഒരു വിഡ്ത്ത് എൻഹാൻസ് ചെയ്തതിലൂടെ ഓൾഡ് റെജീമിന്റെ റിലവൻസ് കുറഞ്ഞു. സാറിന്റെ ചോദ്യം വളരെ ശരിയാണ്. ഓൾഡ് റെജീമിന്റെ ഇപ്പോൾ ഹൗസിംഗ് ലോൺ ഉള്ള ആളായിക്കോട്ടെ, എന്തിനാണ് ഞാൻ അതിന് പോകുന്നത് എന്നുള്ളത്, അതായത് അവർ ഇന്റലിജന്റ് ആയിട്ടുള്ള മൂവ്. കാര്യം ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഗവൺമെന്റ് ഓൾഡ് റെജീം വേണ്ട, എല്ലാവരും ന്യൂ റെജീമിലേക്ക് വേണം എന്നുള്ളതാണ്. അതിനെ അവർ ഇൻഡയറക്ട്ലി കില്ല് ചെയ്ത ഒരു ബ്രില്യൻ മൂവ് ആയി പോയില്ലേ. സാർ ഇത്ര നാൾ എന്ന് വെച്ചാൽ ഇൻഷുറൻസുകാരൊക്കെ നമ്മളെ പലരും പിച്ച് ചെയ്ത് ഞങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ട്സ് എടുത്ത് അപ്രോച്ച് ചെയ്യാറുണ്ട്, നമ്മുടെ ക്ലയൻസിന് കമ്പനീസിന് അടുത്തൊക്കെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അവരൊക്കെ ഇത് പറയുന്നത് സാറേ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ, ടാക്സ് സേവ് ചെയ്യാം എന്നുള്ളൊരു പോയിന്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് മറിച്ച് ഇൻഷുറൻസ് ഈസ് ഫോർ പ്രൊട്ടക്ഷൻ അല്ലേ, ലൈഫ് കവറേജിന് വേണ്ടി എടുക്കുന്നുണ്ട്. അതിൽ ആൾക്കാർ ബോധവരി ആ രീതിയിൽ അതിനെ മോട്ടിവേറ്റ് ചെയ്യട്ടെ. ഓക്കെ, അത് അതിന് പകരം ഒരു ടാക്സ് പ്ലാനിങ് എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു ആശയത്തിലുമില്ല. അതുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ ന്യൂ റെജീമിൽ ഇത്രയും ഒരു വൈഡൻ ചെയ്ത് ഒരു ബെനിഫിറ്റ് പഴയ ഈ 80C ഡിഡക്ഷൻസ് ഒക്കെ അല്ലെ സാർ പറഞ്ഞ ഇൻഷുറൻസ് ഡിഡക്ഷൻസ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് അപ്പോൾ അതും എടുക്കേണ്ട ചില ആൾക്കാരുണ്ട്. കേസ് ടു കേസ് ഇപ്പോഴും ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അധികം കാലം ഗവൺമെന്റ് അത് മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് പുതിയ ഒരു ഡയറക്ട് ടാക്സ് കോഡിന്റെ ഒരു അപ്പോൾ നമ്മൾ ഇത്രയും നാൾ പറഞ്ഞു. ഇപ്പോൾ ഇന്ന് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ അറിയത്തുള്ളൂ, ഈ പറഞ്ഞ ഹിന്ദികളേ ഉള്ളൂ. ഇത് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരു പക്ഷേ
പുതിയൊരു ബഡ്ജറ്റ് ഫൈൻ പ്രിന്റിലും പിന്നെ ഇനി വരാൻ പോകുന്ന ടാക്സ് കോഡിലും അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. ഷോണോ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഇതിനകത്ത് വേറൊരു ബ്രില്യൻ മൂവ് ഹിഡൻ ആയിട്ട് കിടപ്പുണ്ടെന്നാണ് ഞാനും മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ഈ 12 lakhs വരെ ടാക്സ് ഇല്ല എന്ന് പറയുന്ന ഒരു സ്കീമുണ്ടല്ലോ, അത് കാരണം ആൾക്കാർ ഇപ്പോൾ കൂടുതൽ പേര് ഫയൽ ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരും. പലരും ഇത് ഹിഡൻ ഇൻകം ആയിട്ട് വയ്ക്കുകയും ടാക്സ് എന്താ പറയുക കംപ്ലയിൻസ് ഇതുവരെ ചെയ്യാതെ ഇരുന്നത് ടാക്സ് അടയ്ക്കണം എന്നുള്ളൊരു പേടിയുണ്ട്. ഇനിയിപ്പോൾ അവർക്കൊന്നും പേടിക്കാനില്ല. 12 ലക്ഷം വരെയുള്ളതിന് നിങ്ങളുടെ അടുത്ത് ഇനി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന രീതിയിൽ ഒരുപാട് പേരും ടാക്സ് ഇപ്പോൾ ഗവൺമെൻറ് ഇനിയിപ്പോൾ റൂൾ കൊണ്ടുവരികയാണ്. എന്തായാലും നിങ്ങൾക്ക് ആ എക്സംഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്തിടണം. കാര്യം ഇത് വലിയ പ്രോസസ്സ് അല്ല, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെൻറ് ഇൻഡയറക്ട്ലി ടാക്സ് അടയ്ക്കുന്നവർ ഒരു ലിസ്റ്റ് കിട്ടുക എന്നുള്ളൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവും കൂടെ അതിനകത്തുണ്ടോ ഷോണോ? തീർച്ചയായിട്ടും ഈ ഒരു ഇൻറ്റൻഷൻ കുറച്ചുകൂടെ വ്യക്തമാകുന്നത് ഒരു പോളിസിയും കൂടെ അപ്ഡേറ്റഡ് ഇൻകം ടാക്സ് റിട്ടേൺ, അതായത് നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയെങ്കിൽ ആ പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് 2 വർഷം വരെ അപ്ഡേറ്റഡ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ 2 കൊല്ലം എന്നുള്ളത് 4 കൊല്ലത്തേക്കാക്കി. ഓക്കെ, അപ്പോൾ ഞാൻ ഏതെങ്കിലും കാരണവശാൽ വിട്ടുപോയി കഴിഞ്ഞാൽ കഴിഞ്ഞ 4 കൊല്ലത്തേക്ക് എനിക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസരമുണ്ട്. ഓഫ് കോഴ്സ് അതിനകത്ത് അഡീഷണൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ ഒരു ബർഡൻ നമുക്ക് വരും. ബട്ട് സ്റ്റിൽ അതും ഇപ്പോൾ സാറ് പറഞ്ഞ ആ ഒരു ഇൻറ്റൻഷനും രണ്ടും ഇറ്റ് ഗോസ് ഇൻ വൺ ലൈൻ. സോ ലൈക്ക് ടാക്സ് ബേസ് കൂട്ടുക, ഇത് 2 വർഷം മുന്നേ മുതൽ ഗവൺമെന്റിന്റെ ഒരു ഇന്റൻഷൻ ആയിരുന്നു. അതിന്റെ ഒരു 2 വർഷം മുന്നെയാണ് പ്രിസംറ്റീവ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ ചെറുകിട ബിസിനസ്സുകാർക്ക് പ്രിസംറ്റീവ് ഇൻകം ടാക്സിന്റെ പരിധി കൂട്ടി. അപ്പോൾ ഇത് ടാക്സ് ബേസ് കൂട്ടുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു പോളിസി ആയിരുന്നു. അതിന്റെ ഓരോ ഘട്ടങ്ങളാണ് നമ്മൾ കണ്ടു വരുന്നത്. ടാക്സ് ബേസ് കൂടുക തന്നെ ചെയ്യും. സൂര്യ സാർ പറഞ്ഞ ആ ചോദ്യത്തിന് ഒരു പോയിന്റ് ഞാനും കൂടി ആഡ് ചെയ്യാണ് സാറേ. ഈ കംപ്ലയിൻസ് പാർട്ട് ITR ഫയൽ ചെയ്യാനുള്ള ആൾക്കാരുടെ ഒരു ടെൻഡൻസി ഹൈ ആവും. ഇപ്പം നമുക്ക് തന്നെ നമ്മുടെ കഴിഞ്ഞ 10 years ആയിട്ട് ഞങ്ങൾ പ്രാക്ടീസിലുണ്ട്. നമുക്കുണ്ട് ഈ ആൾക്കാർ ടാക്സ് അടയ്ക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വിമുഖത ഉണ്ടാവും. അത് പിന്നീട് അവർക്ക് റിഗ്രറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ പറയാം. ഒരാൾക്കൊരു വീട് പണിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിൽ ഫുൾ എമൗണ്ട് ഉണ്ടാവില്ല. സോ വി വിൽ അപ്രോച്ച് ബാങ്ക് അല്ലേ. ബാങ്ക് ചെല്ലുമ്പോൾ എന്താ, ബാങ്കിനൊരു കണക്കുകൂട്ടലുണ്ട്, ഒരു കാൽക്കുലേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ITR ആണ് ഇതില്ലാത്തത് കൊണ്ട് തന്നെ വീട് പണിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. വീട് പണിയാത്തവരുണ്ട്, വീട് പണി നീട്ടി വെക്കുന്നവരുണ്ട്. നമ്മളോട് പറയും സാറേ അടുത്ത വർഷം നമുക്ക് കൂടുതൽ കുറച്ചുകൂടി ടാക്സ് അടയ്ക്കാം, അപ്പോൾ അതുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എലിജിബിലിറ്റി കിട്ടുമല്ലോ. ഈ പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഇത്രയും ഒരു വിഡ്ത്ത് കൂടുന്നതോടെ ഒരു 12 ലക്ഷം വിഡ്ത്ത് കൂടുന്നതോടെ ആൾക്കാർക്ക് കയ്യിൽ വലിയൊരു ഇമ്പാക്ട് ഇല്ലാതെ അവർ വലിയ ബേൺ ഔട്ട് ആവാതെ ITR ഫയൽ ചെയ്യാൻ പറ്റും. They can disclose more income, realistic income disclose ചെയ്യാൻ പറ്റും. സോ അതിലും ഈ പറയുന്ന പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ബാങ്ക് അവിടെ നിന്നുള്ള ഫണ്ട് ഇൻവേർഡ് മൂവ്മെന്റ്സും കൂടും. ആൾക്കാർക്ക് വീട് വെക്കാൻ പറ്റും, ബിസിനസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒപ്പം തന്നെ ഇപ്പൊ വീട് പണിയുടെ കേസ് പറഞ്ഞാൽ തന്നെ ഇപ്പൊ നമുക്കറിയാമല്ലോ, കുട്ടികൾ വിദേശത്തോട്ട് പോകുന്ന യാത്ര വിസ അപ്രൂവൽ ആ ഒരു സ്റ്റേജിലാണ് അവർ പേരൻസിന് ദേ ഹാവ് മണി ഇൻ ഹാൻഡ്, ബട്ട് ഹൗ ടു പ്രൂവ് ഇറ്റ് ഇൻ പേപ്പർ. Right, absolutely. You need to have a history, a financial history. The visa officer has to be convinced about the financial capacity of the sponsor. Right. So ആ ഒരു ഇതൊക്കെ ഇനി എളുപ്പമാവും ആളുകൾ കംപ്ലയൻസിലോട്ട് വരുമ്പോൾ. ഇതിന് പ്രേക്ഷകരെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒരു കാര്യം കൂടി, തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ഈ ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെയാണ് ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ സ്ലാബിലാണ്, എങ്ങനെയൊക്കെ ഇത് ടാക്സ് പ്ലാൻ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ഇന്നും ബഡ്ജറ്റിൻ്റെ ഫൈൻ പ്രിന്റ് വന്നിട്ടില്ല. ടു ഏർലി ടു കമൻറ്റ് ഓൺ ദാറ്റ്. അതുകൊണ്ട് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ വീണ്ടും ഇവരെ പോലത്തെ പ്രോമിനൻ്റ് ആയിട്ടുള്ളതും പ്രഗത്ഭരായിട്ടുള്ള നമ്മൾ സ്റ്റുഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഈ ടാക്സ് ലാബുകൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എങ്ങനെ നിങ്ങൾക്ക് സേവ് ചെയ്യാം, എന്തൊക്കെ പ്രോഡക്റ്റ് കൊണ്ടുവരാം, എങ്ങനെയാണ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ളത് ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ നടത്തുന്നതായിരിക്കും. ബാക്ക് ടു യു. നമ്മളിപ്പോൾ ഇൻകം ടാക്സ് മാത്രമേ നമ്മൾ സംസാരിച്ചുള്ളൂ. തീർച്ചയായിട്ടും GSTയുടെ ഒരു റെലവൻസ് ബഡ്ജറ്റിൽ നിന്ന് പോയി. അത് GST കൗൺസിലിലേക്ക് പോയി. അതുകൊണ്ട് GST പരമായിട്ട് ഒരു സാധനത്തിന് ഒരു ഗുഡ്സിനോ സർവീസിനോ വില കൂട്ടിയതായിട്ട് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു സാധനത്തിന് വില കുറയുകയോ കൂടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോളിസിയുടെ ഭാഗമായിട്ടോ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടോ മാത്രം വരുന്ന ഏറ്റവും കൂടുതലും കുറവും മാത്രമാണ്. കാര്യം GSTയുടെ മാൻഡേറ്റ് കംപ്ലീറ്റ് GST കൗൺസിലിനും GST ഫിറ്റ്മെന്റ് കൗൺസിലിനുമാണ്. അതുകൊണ്ട് നമുക്ക് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും നമ്മളെ എഫക്ട് ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഒന്ന് കോർപ്പറേറ്റ് ടാക്സ് ആണ്. കോർപ്പറേറ്റ് ടാക്സ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് തന്നെ നിർമ്മലാ സീതാരാമൻ ഒരു റൂൾ ഇറക്കിയിരുന്നു. അതായത് 30-25 ആയിട്ട് കുറച്ചു. 400 crores താഴെയാണെങ്കിൽ 22% ഉള്ളൂ, വിച്ച് ഇസ് എ വെരി വെൽക്കം മൂവ്. അതുകൂടാതെ ക്യാപിറ്റൽ ഗെയിൻസ്, ഇതിപ്പോൾ ഞങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചും അല്ലാതെയും ഞങ്ങളെല്ലാവരും കൺസേൺഡ് ആവുന്നതും ഉറ്റുനോക്കിയിരുന്നതും ബഡ്ജറ്റ് വരുമ്പോൾ ഓരോ ഫൈൻ പ്രിന്റിലും ഓരോ ലൈനും കോമയും കുത്തും എക്സ്ക്ലമേഷൻ മാർക്കും കഴിയുമ്പോഴും ഞങ്ങൾ ഈ വാക്കിന് വേണ്ടി കാതോർത്ത് നിന്നു എന്നുള്ളതാണ്. സംടൈംസ്
നോ ബാഡ് ന്യൂസ് ക്യാൻ ബി ഗുഡ് ഫോർ ദ മാർക്കറ്റ്സ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം വന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെ കൺസേൺഡ് ആയിരുന്നു. കാര്യം വെച്ചാൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കൂട്ടുമെന്നുള്ളത് ഒരു കണക്കിനുള്ള സെർട്ടനിറ്റി അതിനകത്ത് വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് 20% തന്നെ നിലനിർത്തി, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് 12.5% ആക്കി, റിയൽ എസ്റ്റേറ്റിനാകട്ടെ 20%, അല്ലെ റിയൽ എസ്റ്റേറ്റിനാകട്ടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് വിത്തൗട്ട് ഇൻഡെക്സേഷൻ അല്ലേ 12.5 വിത്ത് ഇൻഡെക്സേഷൻ 20% ആയിട്ട് നിലനിർത്തി. ആ ഒരു സെർട്ടനിറ്റി, ഒരു അൺസർട്ടനിറ്റി മാറ്റിക്കളഞ്ഞതിൽ ഗവൺമെന്റിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ വയ്യ. പക്ഷേ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഞാൻ ഷോണോയും തുടങ്ങാം, അത് കഴിഞ്ഞ് ദീപക്കിലേക്ക് വരാം. ഷോണോ, ഈ ക്യാപിറ്റൽ ഗെയിൻസ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അബോളിഷ് ചെയ്യാൻ നേരത്ത്, കൊല്ലങ്ങൾ മുമ്പേ അബോളിഷ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഒരു തീം തന്നെ ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിനെ അല്ലെങ്കിൽ ഫിനാൻഷ്യലൈസേഷൻ ഓഫ് സേവിങ്സ്, ആൾക്കാരെ കൂടുതൽ ജനങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഇൻസെൻറ്റീവിലാണ് അത് കൊണ്ടുവന്നത്. ഇപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് പോലുള്ള ഒരു റവന്യൂ ഫോർഗോ ചെയ്യുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ STT എന്ന് പറഞ്ഞൊരു ഫിഗർ കൊണ്ടുവന്നത്. ഓക്കെ, ഈ STT എന്ന് പറയുന്നത് ഈസ് എ റീപ്ലേസ്മെൻറ്റ്. ഇൻ എ സെൻസ് ഇറ്റ് ഈസ് എ റീപ്ലേസ്മെൻറ്റ് ഫോർ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ അവർ ഇട്ടിരുന്ന എസ്റ്റിമേറ്റ് ഏതാണ്ട് 37,000 crores ആണ്. ആസ് വി സ്പീക്ക് ഏതാണ്ട് ഡിസംബറോടുകൂടി 44,000 crores കളക്ട് ചെയ്തു. ബഡ്ജറ്റിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആയിട്ട് പറയുന്നത് 55,000 crores ആണ്. 55,000 crores, റൈറ്റ്. ഇനി വരാൻ പോകുന്ന ബഡ്ജറ്റിൻ്റെ എസ്റ്റിമേറ്റ്, അതായത് 25-26 അവർ പറഞ്ഞേക്കുന്ന 75,000 crores to 78,000 crores വരെ വരാൻ ചാൻസ് ഉണ്ട്. സോ ദ ഗവൺമെൻറ് prefers the market to be healthy. Government believes that the market will be healthy moving forward. Okay, but STT, ഈ STTയും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസും കൂടെ ഒന്നിച്ചു പോകുന്നത് അതൊരു ഡിസിൻസെൻറ്റിവൈസിങ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? എന്ത് പറയണു ഷോൺ? ആദ്യം തുടങ്ങിയിട്ട് നമുക്ക് ദീപക്കിലേക്ക് പോവാം. STTയും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും രണ്ടും നമ്മൾ നോക്കുമ്പം ഒരു ഇൻവെസ്റ്ററുടെ ആംഗിളിൽ ചിന്തിക്കുമ്പം എപ്പോഴും അദ്ദേഹത്തിനെ സംബന്ധിച്ച് 20% ടാക്സ് അടച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് 12% എന്നുള്ള ആ ഒരു റിഡക്ഷൻ എന്ന് പറയുമ്പം നമുക്ക് കിട്ടുന്ന, ഒപ്പം 3 വർഷം ഹോൾഡിംഗ് പീരീഡ് 2 വർഷമായിട്ട് ചുരുക്കുമ്പം കിട്ടുന്ന ഇതൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്. അത് പക്ഷേ റിയൽ എസ്റ്റേറ്റിലല്ലേ ഉള്ളൂ. ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം 10 നിന്ന് 12.5 കൂടി. കാര്യം ഗവൺമെന്റിന്റെ ഉദ്ദേശം, ഞാൻ ഓരോ ഡെവിൾസ് അഡ്വക്കേറ്റിന് വേണ്ടി ചോദിക്കുകയാണ്, അതായത് ഒരു ഡിസ്കഷന്റെ ഹെൽത്തിനെസ്സിന് വേണ്ടിയിട്ട് ചോദിക്കുക. ഓക്കെ, റിയൽ എസ്റ്റേറ്റുകാരെ ഇൻസെൻറ്റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്ററിനെ ഇൻസെൻറ്റിവൈസ് ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ലേ? കാര്യം എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റിനെ 20% നിന്ന് 12.5 ആയിട്ട് കുറച്ചു, ബട്ട് സ്റ്റോക്സിനെ 10 നിന്ന് 12.5 ആയിട്ട് കൂട്ടി. ഓക്കെ, രണ്ടും ഏതാണ്ട് ഒന്നിച്ച് വരണം. കാര്യം ഒന്നിലുള്ളത് മറ്റേതായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. എല്ലാം ക്യാപിറ്റൽ അസറ്റാണ്, നിങ്ങൾക്ക് ഇതെല്ലാം ക്ലബ് ചെയ്യാം, കപ്പിൾ ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ബട്ട് ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞൊരു വലിയൊരു ആനുകൂല്യം അവരതെടുത്ത് മാറ്റുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു ബാലൻസിങ് ആക്ട് അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഗ്രാൻഡ് ഫാദറിംഗ് ക്ലോസ് ഇല്ലേ അതിൽ? അതായത് അതിന് മുമ്പേ പ്രോപ്പർട്ടി തീർച്ചയായിട്ടും ജൂലൈ 2024 മുന്നേ ഉള്ളതും അതിനുശേഷം ഉള്ളതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇൻ മൈ ഒപ്പീനിയൻ അവിടെ ഒരു സിംപ്ലിഫിക്കേഷൻ ആണ് കൊണ്ടുവന്നത്. ഓക്കെ, അതായത് ആസ് വി മൂവ് ഫോർവേഡ് കാര്യങ്ങൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് വരണം എന്നുള്ളത്. ദീപകിന് അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ ക്യാപിറ്റൽ ഗെയിനെ പറ്റി പറയാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ഡയറക്ട് ടാക്സ് കോഡിനെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചത്. അപ്പോൾ അതിലും ഗവൺമെന്റ് ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിംപ്ലിഫൈ ചെയ്യുക. നേരത്തെ ഉണ്ടായിരുന്ന ഹ്യൂമങ്കസ് വോളിയത്തിന്റെ ഒരു 50% പുതിയ നിയമങ്ങളെ കൊണ്ടുവരിക. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ടു ലിമിറ്റ് ദ ലിറ്റിഗേഷൻസ്. പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പറയാം, അങ്ങനെ പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇന്ത്യയിൽ വളരെ കുറവാണ്. നമ്മൾ കേട്ടിരിക്കുന്നത് എന്താ, ഈ കോംപ്ലക്സിറ്റീസ് ഇൻ ഇൻകം ടാക്സ് ബെനിഫിറ്റ്സ് ദ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നാണ്. മോർ കോംപ്ലക്സിറ്റീസ് മോർ റവന്യൂ ഫോർ ദം എന്നാണ്. അതിൽ നിന്ന് മാറ്റി പറയുന്ന 2 യങ്സ്റ്റേഴ്സിനാണ് നമ്മൾ മുന്നിൽ കണ്ടിരിക്കുന്നത്. നമുക്കത് സ്വാഗതാർഹമാണ്. കണ്ടിന്യൂ ചെയ്തോളൂ. ഡെഫിനറ്റ്ലി സർ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്നു, ലിറ്റിഗേഷൻ പ്രൊസീജിയർ കുറയ്ക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ അടുത്ത ആഴ്ച നമ്മളെല്ലാം ഭയങ്കര ആകാംക്ഷയോടെ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒന്ന് കൂട്ടി പറയുവാണെങ്കിൽ, അതിനോടൊപ്പം ഒന്ന് ചേർത്ത് വെക്കുവാണെങ്കിൽ, ഇപ്പോൾ ഇദ്ദേഹം സാറ് പറഞ്ഞു വെദർ ഈ സ്റ്റോക്ക് മാർക്കറ്റിന് ഇത് പ്രജുഡീഷ്യൽ ആവില്ലേ? ഇത് കഴിഞ്ഞ ബഡ്ജറ്റിൽ അറിയാം, നമുക്ക് ഭയങ്കരമായിട്ട് ഫോളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ ഇത് മിക്കവാറും ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇതിങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, എല്ലാം കൂടെ ഒരു ഒറ്റ റേറ്റിലേക്ക് എത്തിക്കുന്നു. 12.5 എന്നുള്ള ഒറ്റ റേറ്റിലേക്ക്. അത് ഒരു മേ ബി ഒരു ഇൻഡസ്ട്രീനെ ഉയർത്താനോ താഴ്ത്താനോ ഒന്നും ആയിരിക്കില്ല, ഒരു ലോങ് ടേം പ്ലാനിങ്ങിന്റെ ഭാഗമായിരിക്കും സിംപ്ലിഫിക്കേഷൻ അല്ലേ? അതെ. അതോടൊപ്പം തന്നെ സാർ ഇപ്പോൾ സൂചിപ്പിച്ച വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കഴിഞ്ഞ തവണ 5% കൂട്ടി.
അപ്പോൾ നമ്മൾ 15-20 ആക്കിയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു എക്സ്പെക്ട് ചെയ്തിരുന്നു, കാരണം അത് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കറിയാം നമ്മുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ഒരു ഇമ്പാക്ട് വളരെ ഹൈ ആയിരിക്കും. 1 ഇയർ ഹോൾഡിംഗ് ഒക്കെ ലോങ് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇൻവെസ്റ്റർ പാർട്ടിനെ ഞാൻ മാറ്റി വെക്കുകയാണെങ്കിൽ നോർമലി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞില്ല, സ്പെക്കുലേഷൻ ആണ്. പക്ഷെ എന്നാലും ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ അത് 5% കൂട്ടിയത് ഒരു വലിയൊരു ഇമ്പാക്റ്റ് ആയി എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് കുറയ്ക്കുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു, അത് വന്നില്ല. മേ ബി ഇനിയിപ്പോൾ പുതിയ അമെൻമെന്റ്സ് ഒക്കെ വരട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രത്യാശിക്കണം. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മുടെ സ്ലാബ് എക്സ്റ്റൻഷനുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിലൊരു ചെറിയൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ മാത്രമുള്ള ഒരാളാണെങ്കിൽ ഒരു അൺഎക്സോസ്റ്റഡ് ലിമിറ്റ്, ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉണ്ട്. ഇത്ര നാളത് 3 ലക്ഷം രൂപയായിരുന്നു, ഇപ്പോൾ 4 ലക്ഷം രൂപയായി. അത് ഈ ബഡ്ജറ്റിലാണോ? 2.5 മുതൽ ആയിരുന്നു നമ്മൾ ബേസിക് എക്സംഷൻ. ആദ്യം ഇപ്പോൾ 4 ലക്ഷമായിട്ട് ബേസിക് എക്സംഷൻ അല്ല, ബേസിക് എക്സംഷൻ ഈ ക്യാപിറ്റൽ ഗെയിൻ അല്ലാതെ ഷോർട്ട് ടൈമിൽ ഷെയറിന്റെ ക്യാപിറ്റൽ ഗെയിൻ അല്ലാതെ വേറൊരു ഇൻകം ഇല്ലാത്ത ഒരാൾക്ക് ഈ ബേസിക് എക്സംഷൻ ലിമിറ്റിന്റെ ബെനിഫിറ്റ് കിട്ടും. ഒരു എക്സാമ്പിളിലൂടെ പറയുവാണെങ്കിൽ ഇപ്പൊ 10 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ മാത്രമുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ഈ ഒരു അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് ഇപ്പോൾ 4 to 8 എന്നൊക്കെ പറഞ്ഞല്ലോ, 4 lakh ആണ്. അപ്പം ബാക്കിയുള്ള 10-4 ഈ 6 lakhന്റെ 20% അദ്ദേഹം അടച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഈ സ്ലാബ് എക്സ്റ്റൻഷനിൽ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന് ഒരു ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ കമ്മിങ് ടു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അവർക്ക് എൻറ്റയർ ലിമിറ്റ് 12 lakhs മൊത്തം എൻജോയ് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോ ദീപക് പറഞ്ഞു വരുന്നത് സ്പെക്കുലേഷൻ ഹാസ് ബിക്കം മച്ച് മോർ. ഒരു കറക്ഷൻ ഉണ്ട്, സ്പെക്കുലേഷൻ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ അത് സെക്ഷൻ 43 ഇൻകം ടാക്സിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത് നോൺ സ്പെക്കുലേറ്റീവ് ആയിട്ട് തന്നെയാണ്. നോൺ സ്പെക്കുലേറ്റീവ് ആയിട്ടാണ് ടാക്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബിസിനസ് ഇൻകം ആയിട്ട് ചെയ്യാമെന്നാണ്. അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കറക്റ്റ്. എക്സാക്ട്ലി. താങ്ക് യു ഫോർ പോയിന്റിംഗ് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻസിൽ വേറെ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ? എങ്ങനെ ഇത് ഇമ്പ്രൂവ്? ഞാൻ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ വിഷ്ണു, അല്ല ദീപക്, ഇതിനകത്ത് നമ്മൾ ഇനി ഒരു ഷോർട്ട് ടേം ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ കൊല്ലം മിക്കവാറും പല ഇൻവെസ്റ്റേഴ്സിനും നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ പൊതുവെയുള്ള എല്ലാവർക്കും അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഒരുമാതിരി എല്ലാവർക്കും മിക്കവാറും ഈ കൊല്ലം ഒരു ലോസ് ആയിരിക്കും. കാര്യം മാർക്കറ്റ് ബിഹേവ് ചെയ്ത് അങ്ങനെയാണ്. ഇനി ഓൺലി ഫ്യൂ ഡേയ്സ് ടു ഗോ, മാർച്ച് 31 വരാനായിട്ട്. അതിനുള്ളിൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടൊരു മൂവ് വരികയാണെങ്കിൽ ഇതൊക്കെ മറിയാം. സപ്പോസ് ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് ഒരു ലോസിലാണെങ്കിൽ നമുക്ക് കിട്ടിയ എല്ലാത്തിൻ്റെയും സം ടോട്ടൽ നമ്മളൊരു ലോസിലേക്കാണ് വരുന്നതെങ്കിൽ നമുക്കത് എത്ര കൊല്ലം ക്യാരി ഫോർവേഡ് ചെയ്യാം? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എത്ര കൊല്ലം ക്യാരി ഫോർവേഡ് ചെയ്യാം? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എത്ര കൊല്ലം ക്യാരി ഫോർവേഡ് ചെയ്യാം? സാർ, അതിലേക്ക് നമുക്ക് ടാക്സ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഒരു ലോസിലാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ഉള്ളതെങ്കിൽ, ഞാൻ തിരിച്ച് അടുത്ത ചോദ്യം അതിലേക്ക് വരാനിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ടാക്സ് ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ലോസിലാണെങ്കിൽ നമ്മൾ നമ്മുടെ ക്ലയൻസിനൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് കാരണം നത്തിങ് റോങ് ഇൻ ദാറ്റ്. ആ വർഷം തന്നെ മേ ബി മാർച്ച് 30 ആ ലോസ് ബുക്ക് ചെയ്യുക. ആ ഫിനാൻഷ്യൽ ഇയർ 31 മാർച്ചിൻ്റെ നിങ്ങൾക്ക് അതേ സ്റ്റോക്ക് വാങ്ങണോ, ഏപ്രിൽ 1 വാങ്ങിക്കോ, ദേ ക്യാൻ ബൈ ബാക്ക് ഇറ്റ്, പർച്ചേസ് ഇറ്റ്, സെയിം തിങ്, മേ ബി അറ്റ് എ ലെസർ റേറ്റ് ഒരു ചെറിയ മാർജിൻ. ഏപ്രിൽ 1 തന്നെ വേണമെന്നില്ലല്ലോ, വിറ്റിട്ട് വ്യത്യാസം മേടിച്ചാലും മതിയല്ലോ. ഏപ്രിൽ 1 തന്നെ വേണമെന്നില്ല, മറ്റേ മാർച്ച് 30 ലോസ് ബുക്ക് ചെയ്താൽ മതി. ലോസ് ബുക്ക് ചെയ്താൽ പ്രേക്ഷകരെ ശ്രദ്ധയ്ക്ക്, അതായത് നമ്മുടെ എമിനന്റ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് പറയുന്നത്, ഇൻ കേസ് യു ഹാവ് അൺബുക്ഡ് ലോസസ് ഇൻ യുവർ P&L, അതായത് നമ്മളൊരു സ്റ്റോക്ക് മേടിച്ചിട്ട് ലോസിലാണ്, നമ്മൾ ഇതുവരെ ലോസ് ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോസ് ബുക്ക് ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. അത് നിങ്ങൾ ലോസ് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ടാക്സ് ബേർഡൻ കുറയ്ക്കും. അതിന് വേണ്ടിയിട്ട് ടാക്സ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദീപക്കും ഷോണോയും പറയുന്നത്. അതിൽ തന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, നമുക്ക് സ്പെക്കുലേറ്റീവ് ലോസ്, അതായത് ഇൻട്രാഡേക്ക് ഇങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ഓഫിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് പലപ്പോഴും. അതായത് സ്പെക്കുലേറ്റീവ് ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഓൺലി speculative income. Okay, but it all depends on like in February, March നമുക്ക് കിടക്കുവാണ്. We have time, like booking the loss should be after like the next weekൽ നമുക്ക് എന്താണ് ഇനി വരാൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ എന്നൊക്കെ അറിയണം. ആ ലോസ് അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ലോസ് റിയലൈസ് ആയിട്ടുള്ള ലോസ് ആക്കുക. ഷുഡ് വെയിറ്റ് ടിൽ യു ഹാവ് 2 more months. Okay, അപ്പോൾ അതിനുള്ളിൽ എപ്പോൾ ചെയ്താലും മതി എന്നാണ്. അത് കഴിഞ്ഞിട്ട് അതിനോട് ആ 2 months തീരുന്നതോടുകൂടി നമ്മൾ ചെയ്താൽ മതി. അതൊരു എക്സാമ്പിൾ ആയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു പോർട്ട്ഫോളിയോ ആസ്പെക്ട് പറയുവാണെങ്കിൽ, എൻ്റെ ആസ് ഓൺ ഡേറ്റ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് സേ 2 ലക്ഷം രൂപ, 2 lakhs ആണ് എൻ്റെ ഷോർട്ട് ടൈം ആയിട്ട് എടുക്കാം, ഷോർട്ട് ടൈം ക്യാപിറ്റൽ. എനിക്ക് അൺറിയലൈസ്ഡ്, സാറിന് അറിയാം, നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളത്തെ ഒരു ഫിനോമിനൊക്കെ വെച്ചിട്ട് മിക്കപ്പോഴും ലോസിലായിരിക്കും. എൻ്റെ ബുക്സിൽ എനിക്കൊരു 3.5 lakhs അൺറിയലൈസ്ഡ് ലോസ് ഉണ്ടെന്ന് ഓർത്തോ. ഞാൻ ഈ ടാക്സ് ഹാർവെസ്റ്റ് ചെയ്തിട്ടില്ല, മാർച്ച് 31 എൻ്റെ ഈ സ്റ്റോക്കൊന്നും വിറ്റിട്ടില്ല എങ്കിൽ എനിക്ക് 2 lakh ഷോർട്ട് ടൈം ക്യാപിറ്റൽ അടക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ 20% അല്ലേ, ഇത് 40,000 rupees ഞാൻ അടക്കണം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കേസിൽ ടാക്സ് ഹാർവെസ്റ്റിംഗ് ആണെങ്കിൽ എനിക്ക് 3.5 എൻ്റെ ലോസ് ആണെങ്കിൽ
റിയലൈസ് ചെയ്യാം, whatever. അറ്റ്ലീസ്റ്റ് ആ 2 ലക്ഷം രൂപ എൻ്റെ ഇൻകം ഉള്ള രീതിയിലെങ്കിലും ഞാനത് റിയലൈസ് ചെയ്യുവാണെങ്കിൽ ഐ ആം സെല്ലിങ് മൈ സ്റ്റോക്ക് വിച്ച് ഈസ് അറ്റ് ലോസ് നൗ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 3 ലക്ഷം രൂപ ലോസ് ഉണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ വിറ്റു. ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ മേ ബി നാളെ തന്നെ വിറ്റു, മേ ബി മൺഡേ വിറ്റു. മൺഡേ വിറ്റപ്പോൾ എൻ്റെ നെറ്റ് ലോസ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അതായത് 2 ലക്ഷം രൂപേൻ്റെ ഗെയിൻ ആസ് ഓൺ ഡേറ്റ് ഉണ്ടായിരുന്നു, 3 ലക്ഷം രൂപ ഞാൻ ലോസ് ബുക്ക് ചെയ്തു അല്ലേ. അപ്പോൾ 3 ലക്ഷം രൂപ ലോസ് ചെയ്യുന്ന എൻ്റെ ഇൻകം കുറച്ചിട്ട് നെറ്റ് ലോസ് 1 ലക്ഷം രൂപ. അപ്പോൾ മീൻസ് എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് 1 രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ട. രണ്ടാമത്തെ കാര്യം ഈ ലോസ് സാറ് പറഞ്ഞ പോലെ ക്യാരി ഫോർവേഡ് ചെയ്യുക. അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ബൂം ആണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ആ ഒരു പ്രോഫിറ്റിൽ നിന്ന് എനിക്ക് ഗോൾഡൻ ചാൻസ് അല്ലേ ഷോണോ? ഇത് നമ്മൾ നേരത്തെ പറയേണ്ട ഈ പറഞ്ഞ പോലെ ഒരു 15 ലക്ഷത്തിനും ഏതായാലും 12 ലക്ഷമാണല്ലോ നമുക്കിപ്പോൾ ലിമിറ്റ്. സപ്പോസ് ഒരാൾക്ക് 15 ലക്ഷം രൂപ കിട്ടുന്ന ഒരാളാണെങ്കിൽ എന്താണ് അയാൾക്ക് വരുന്ന ഒരു ബഡ്ജറ്റ് ഇമ്പാക്ട് ഈ ഇൻകം ടാക്സിൻ്റെ രീതിയിൽ? നമ്മൾ ഇതുവരെ 12 lakhs വരെയുള്ള അബ്സല്യൂട്ട്ലി ഫ്രീ നമ്മൾ പറഞ്ഞു. Suppose a person is getting a salary of around 15 lakhs. How should he treat this? ഈ ബഡ്ജറ്റിന്റെ ഈ ടോക്ക് വെച്ചിട്ട് ഡെഫിനറ്റ്ലി ഇതിന് മുന്നേ ഉള്ള അതായത് ടാക്സ് സ്ലാബിനേക്കാളും ഒരു നിശ്ചിത ശതമാനം നിയർലി ഒരു 30% ഒക്കെ പറയാം ടാക്സ് സേവിങ്സ് ഉറപ്പായിട്ടും ഇവർക്കുണ്ട്. കാരണം എല്ലാ ടാക്സ് ലാബുകളും ടാക്സ് ലാബ് ചേഞ്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ബെനിഫിറ്റ് അത് നമ്മുടെ മാഡം ലൈക്ക് ഫിനാൻസ് മിനിസ്റ്റർ അത് അങ്ങനെയാണ് ആ സ്പീച്ചിൽ അഡ്രസ്സ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം ലൈക്ക് ഹൗ ഷീ ഇൻട്രൊഡ്യൂസ് ദ ടാക്സ് ലാബ് ഈസ് എ വെരി വണ്ടർഫുൾ വേ ഓഫ് പ്രസന്റേഷൻ. ലൈക്ക് ദ പേഴ്സൺ ഹു ഈസ് ഗെറ്റിംഗ് ദിസ് മച്ച് ഇൻകം ഈസ് ഹാവിംഗ് ദിസ് മച്ച് പെർസെൻറ്റേജ് ഓഫ് സേവിങ്. അതായത് എനിക്ക് തോന്നുന്നു 18 ലക്ഷം രൂപ കിട്ടുന്ന ആള് 70,000 rupees ആണ് സേവ് ചെയ്യുന്നതെന്ന് ഏതാണ്ട് 30%. അങ്ങനെ ക്ലിയർ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ടുണ്ട്. മേ ബി ഫോർ ദ ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ. പ്രസന്റേഷൻ വാസ് വെരി നൈസ്ലി. 25 lakh ഉള്ള ആള് ഏതാണ്ട് $1,10,000 മാസീവ് അല്ലേ? അപ്പൊ അതിനകത്ത് ഒരു വളരെ ഒരു വലിയൊരു തോട്ട് പ്രോസസ്സും കാൽക്കുലേഷനും ഒക്കെ ഇതിന്റെ പുറകിൽ നടന്നിരുന്നു. ഗവൺമെന്റ് ഒരു വലിയ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അപ്പം മാഡത്തിന്റെ സ്പീച്ചിലുണ്ട് 1 lakh crore ആണ് ഗവൺമെന്റ് അത് സാക്രിഫൈസ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അത് കോമ്പൻസേറ്റ് ചെയ്യാനായിരിക്കണം എനിക്ക് തോന്നുന്നു ലാൻഡ് അസറ്റ്സ് മോണറ്റൈസ് ചെയ്യാൻ പോകുന്നു എന്ന് ഗവൺമെന്റ് പറഞ്ഞത്. അതായത് ഗവൺമെന്റിന് കുറെ ലാൻഡ് അസറ്റ്സ് ഉണ്ട്, അൺയൂസ്ഡ് ആയിട്ടുള്ള ലാൻഡ് ഉണ്ട്, ആവശ്യമില്ലാത്ത ലാൻഡ് ഉണ്ട്. ഇത് മോണറ്റൈസ് ചെയ്ത് 10 ലക്ഷം രൂപ കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 2-3 കൊല്ലം മുമ്പേ എനിക്ക് തോന്നുന്നു ആ മോണറ്റൈസേഷൻ പോളിസിയിൽ 6 ലക്ഷം രൂപയാണ് ഗവൺമെന്റ് റേസ് ചെയ്ത്. ആ പൈസയിലാണ് നമ്മൾ ഡിഫൻസും ഈ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങും ഒക്കെ നടത്തിയത്. ഇത് 10 ലക്ഷം രൂപയാക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു പോയിന്റ്. അപ്പോൾ ചിലപ്പോൾ ഈ ഇത് ഉദ്ദേശിച്ചിട്ട് തന്നെ ആയിരിക്കാം. ഏതായാലും അത് വെൽ തോട്ട് ഔട്ട് പ്രോസസ്സ്. നമുക്കിത് തീർച്ചയായിട്ടും അത് ഡൽഹി ഇലക്ഷൻ കാരണമാണോ അല്ലാതെയാണോ എന്നറിയില്ല. ബട്ട് ഈവൻ ദെൻ ഇതൊരു വെൽക്കം മൂവായിട്ട് നമുക്ക് കരുതിക്കൂടെ? തീർച്ചയായിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ട കേസാണ് MSME സെക്ടറിന് കൊടുത്ത ഒരു തലോടലെന്ന് തന്നെ പറയാം. എന്തൊക്കെ തരത്തിലുള്ള ഒരു ആശ്വാസം തരുന്ന പോളിസികളാണ് MSME സെക്ടറിന് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് കമൻഡബിൾ. ലൈക്ക് അത് കൂടുതലും നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിയുടെ നട്ടെല്ലെന്ന് പറയുന്നത് MSME ആണ്. കറക്റ്റ്. അപ്പോൾ മാഡം പറഞ്ഞത് 44% ഓഫ് ദ ടോട്ടൽ എക്സ്പോർട്ട് comes from MSME. 44% of the total. That is a good figure. That's backbone ആണ് നാഷണലിന്റെ. ഒരു handsome figure ആണ്. Right. But they were very unorganized, so they were not allowed or helping hand അവർക്ക് കൊടുത്തിരുന്നത് വളരെ കുറവായിരുന്നു. ഇത് വർഷങ്ങളായിട്ട് അവർക്ക് ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുന്നു. പക്ഷേ ഈ വർഷം നമ്മൾ കൊടുത്തിരിക്കുന്ന ആ സഹായഹസ്തം അത് വലിയൊരു ആശ്വാസമാണ്. ഒരുപാട് പേർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഷോണോയ്ക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാമോ? കാര്യം കൂടുതലും നമ്മുടെ കേരളത്തിൽ MSME സെക്ടേഴ്സ് ഉണ്ട്. അവർ പലരും ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ കേരളത്തിൽ നിന്നുള്ള പല കമ്പനികളും അവർക്ക് എന്താ അറിവുകേട് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെപ്പോലെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് അവരെ അഡ്വൈസ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. അതായത് ഇപ്പം നമുക്കൊരു ലിസ്റ്റിംഗ് പ്രോസസ് ഉണ്ട്. ആക്സസ് ടു ക്യാപിറ്റൽ ഈസ് വെരി ഈസി. ഇത്രയും നാൾ MSME സെക്ടർ ആശ്രയിച്ചിരുന്നത് ഒരു ബാങ്ക് ഫണ്ടിങ്ങിനെയാണ്, അല്ലെങ്കിൽ ഒരു ഡെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിരുന്നു അവർ വന്നിരുന്നത്. ഒരു ഇക്വിറ്റി ബേസ്ഡ് വരുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 0 ആവുകയാണ്. അത് നമുക്കൊരു SME ലിസ്റ്റിംഗ് വഴി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ലിസ്റ്റ് ചെയ്തിട്ട് പോകാമെന്നുള്ളതാണ്. അതിന്റെ ക്രൈറ്റീരിയൻസ് വളരെ സിമ്പിളുമാണ്. ഏതാണ്ട് 3 കൊല്ലം പ്രോഫിറ്റബിൾ ആയിരിക്കണം അല്ലേ? 1 crore അങ്ങോട്ട് പ്രോഫിറ്റബിൾ ആയിരിക്കണം അല്ലെ? SME ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഈ ബഡ്ജറ്റിൽ ടാക്സ് ബെനിഫിറ്റ് ഏതെങ്കിലും സ്പെഷ്യലായിട്ട് ഞാൻ വിട്ടുപോയത് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ ഷോണോയ്ക്കും ദീപക്കിനും ഈ MSME സെക്ടറിലേക്ക് നമ്മുടെ പ്രേക്ഷകരിലെ അറിവ് വേണ്ടിയിട്ട്? MSME സെഗ്മെന്റിൽ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത് 80 IAC എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഓക്കെ 80 IAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റിന്റെ എടുക്കുന്ന അപ്രൂവലൊക്കെ വേണം. അതൊരു പ്രോസസ്സാണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവലോട് തന്നെ വേണ്ടതാണ്. നമുക്ക് ഔട്ട് ഓഫ് 10 years ഓഫ് ബിസിനസ് നമുക്ക് 3 വർഷം
ടാക്സ് ഹോളിഡേസ് നമുക്ക് ടാക്സ് അടയ്ക്കണം ഫോർ സ്റ്റാർട്ടപ്സ്. ഓക്കെ. അപ്പോൾ ആ സ്റ്റാർട്ടപ്സ്, അതായത് MSME സ്റ്റാർട്ടപ്സിന് MSME രജിസ്റ്റേർഡ് ആയിരിക്കണം, അവർ സ്റ്റാർട്ടപ്പ് ആയിരിക്കണം. ഇതാണ് അതിന്റെ ബേസിക് കണ്ടീഷൻ. പിന്നെ കുറച്ച് കണ്ടീഷൻസ്, അഡീഷണൽ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ഒരു സ്റ്റാർട്ടപ്പ് MSME ഏൺ ചെയ്യുന്ന 3 വർഷത്തെ ഇൻകത്തിന് ₹1 പോലും ടാക്സ് അടയ്ക്കണ്ട. അപ്പോൾ ആ ഒരു കാലഘട്ടം, ആ ഒരു പീരീഡ്, ആ ഒരു സ്റ്റാർട്ടപ്പിന്റെ ഡെഫിനേഷനൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തു. 2030 വരെ ഈ ആനുകൂല്യം സ്റ്റാർട്ടപ്പ് MSMEക്ക് എടുക്കാം, 2030 വരെ. അപ്പോൾ അതൊരു ഇന്നോവേഷനെ മാറാണ്ടിയും ഒരുപാട് ഡ്രൈവ് ചെയ്യും സാറേ. ഇപ്പോൾ നമ്മൾ കണക്ക് നോക്കിയാൽ നമ്മുടെ ഇന്ത്യയിൽ 1.5 കോടി MSMEs ഉണ്ട്. 1.5 കോടി. ഇവരാണ് നമ്മുടെ പോപ്പുലേഷൻ സാറിന് അറിയാം. ഓക്കെ. അതിൽ തന്നെ ഏകദേശം 8 crore എംപ്ലോയ്മെന്റ് ജനറേഷൻ ഈ MSME വഴിയാണ്. അപ്പോൾ അത്രയും ഒരു സപ്പോർട്ട് ഗവൺമെന്റ് ഭാഗത്ത് ചെയ്തില്ലേ അതിശയമുള്ളൂ. അല്ല, തീർച്ചയായിട്ടും ഈ 8 crore, ഒരു കൊല്ലത്തെ 8 crore എംപ്ലോയ്മെന്റ്, ഇന്ത്യക്ക് 8% GDP ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ 8 crore എംപ്ലോയ്മെന്റ് ഒരു കൊല്ലം ക്രിയേറ്റ് ചെയ്യണം എന്നാണ്. അപ്പൊ മേ ബി ഈ ഇക്വേഷനൊക്കെ മേ ബി ആലോചിച്ചിട്ടായിരിക്കും ആ MSMEയിൽ. എനിക്ക് ഈ ബഡ്ജറ്റിനെ കുറിച്ചൊരു പ്രത്യേകത തോന്നുന്നതെന്നറിയോ, നമ്മൾ വളരെ സിമ്പിളായിട്ട് 1 മണിക്കൂറിൽ ബഡ്ജറ്റ് സ്പീച്ച് മാഡം സീതാരാമൻ നിർത്തി. വളരെ കുറച്ച് വാക്കുകളെ ഉപയോഗിച്ചില്ലെങ്കിലും ഞാൻ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റായിട്ട്, അതായത് പല ബ്രില്യൻ മൂവ്, അതായത് ഓരോ മൂവ്സിൻ്റെ പുറകിലും എന്തോ ഒരു തോട്ട് പ്രോസസ്സ് ഉള്ള പോലെയാണ് ഫൈനൽ പ്രിന്റിലേക്ക് ഞാൻ പോയത്. സാധാരണ നമ്മൾ അലോക്കേഷൻ ഇത്ര, മറ്റേ അലോക്കേഷൻ ഇത്ര, സെക്ടറിന് ഇത്ര, ബഡ്ജറ്റ് അലോക്കേഷൻ ഇത്ര, അതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇത്ര പറഞ്ഞു പോകുന്നതിന് പകരം ഒരു കോംപ്ലയൻസും കൂടെ ഒരു സിംപ്ലിഫൈ ചെയ്യുന്ന പ്രോസസ്സിലേക്കാണ് വരുന്നത്. ഞാൻ ഒരു കാര്യത്തിലേക്ക് വരട്ടെ ദീപക്, നാളെ ഈ പറഞ്ഞ പോലെ ഈ ടാക്സ് ഫയലിംഗ് പ്രോസസ്സ് സിമ്പിൾ ആക്കണം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളുടെ ആവശ്യമാണ്. ബട്ട് അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈ ലാംഗ്വേജ് തന്നെ മാറ്റണ്ടേ. പഴയ ഒരു കൊളോണിയൽ സ്ട്രക്ചർ, ഒരു ബ്രിട്ടീഷ് രീതിയിൽ ഒരു സാധാരണ നമ്മളൊരു എന്താ പറയുക ഇൻകം ടാക്സിനെ ബേസ് ചെയ്ത ബുക്കോ, നിങ്ങളൊക്കെ ഇവരെ സംബന്ധിച്ച് ഞാനത് പറയാൻ പാടില്ല, കാര്യം അതൊക്കെ താണ്ടി വന്ന് സർട്ടിഫിക്കേഷൻ കിട്ടിയ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് ഇരിക്കുന്നത്. ബട്ട് ഒരു കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് അടയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് ഒരു ലിറ്റിഗേഷൻ പ്രോസസ്സിനെ ഫേസ് ചെയ്യുമ്പോൾ, അത് മാത്രമല്ല ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജ് കിടക്കണ കാരണം ലിറ്റിഗേഷൻസ് കൂടിയെന്നും കൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് സിംപ്ലിഫൈ ചെയ്യണ ഒരു പ്രോസസ്സും കൂടെ പറഞ്ഞാൽ അതിന് എന്തായിരിക്കും, എവിടെ സ്റ്റാർട്ട് ചെയ്യും അവർ ഗവൺമെന്റ്? അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറക്ട് ടാക്സ് കോഡിൽ ഇതെല്ലാം വരുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മളിരിക്കുന്നത്. ഇപ്പൊ തന്നെയാണെങ്കിൽ അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ, ഇങ്ങനെയുള്ള കുറെ ടെക്നിക്കൽ ജാർഗൻസ് ഉണ്ട്. അപ്പോൾ ഒരാൾ ഒരു ITR വോളണ്ടിയർ ഒരു എംപ്ലോയി ഒക്കെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ദൈവമേ അസസ്മെന്റ് ഇയറിന്, അപ്പോൾ ഗൂഗിളിന് ഇപ്പോൾ ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ എന്നിരുന്നാൽ തന്നെയും സാധാരണ കോമൺ മാനിന് ഒരു മേ ബി ഒരു 5-6 ലക്ഷമുള്ള ആൾക്കാരൊക്കെ എന്തായാലും സ്വന്തം ആയിരിക്കും റിട്ടേൺ ഫയൽ ചെയ്യുക, അല്ലേ? ഇവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതൊരു ലേമൻസ് വ്യൂയിലേക്ക്, ലേമൻസ് ലാംഗ്വേജിലേക്ക് മാറുമെന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തത പറഞ്ഞിട്ടുണ്ട്, അതായത് കാലങ്ങളായിട്ട് ഇൻകം ടാക്സ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം മുതൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഇൻകം ടാക്സ് ആക്ടിൽ ആസ് അമെൻഡഡ് ബൈ ഫിനാൻസ് ആക്ട്, അതിങ്ങനെ ഒരു ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്തിട്ട് ഇന്നെന്താണ് അതൊക്കെ പോയ ക്ലോസ് ഇനി അവിടെ വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതെല്ലാം ഒരു റീസ്ട്രക്ചർ ചെയ്ത ലാംഗ്വേജിന്റെ അത് തന്നെ മാറ്റം വരും എന്നുള്ളതും നമുക്കൊരു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി, ഒരു ബഡ്ജറ്റ് ഫൈൻ പ്രിന്റ് പ്ലസ് ഈ പറഞ്ഞ പോലെ പുതിയ ബില്ല് അവതരിപ്പിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച? ഞങ്ങളുടെ ഇതിൽ പുതിയ സംരംഭം തുടങ്ങുന്ന ആൾക്കാർക്ക് ഒരു നിശ്ചിത കാലാവധി വരെ നല്ലൊരു ഫണ്ടിങ്, ലൈക്ക് സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു 2 CR വരെ ഒരു ഫണ്ടിങ് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലൊരു ഇനിഷ്യേറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർ ന്യൂ ബിസിനസ് ഓൺട്രപ്രണേഴ്സ്, ഫോർ ന്യൂ ഓൺട്രപ്രണേഴ്സ്. ഓക്കെ. സോ അതിൻ്റെ വിശദാംശങ്ങൾ ഇനി അറിയണം. അത് എങ്ങനെയാണ് പുതിയ ആൾക്കാർ, പുതിയ ബിസിനസ്സിലൂടെ വരുന്ന പ്രത്യേകിച്ച് വുമൺ ഓൺട്രപ്രണേഴ്സിനെ, വുമൺ എംപവർമെന്റ് ഭാഗമായിട്ട് അതെങ്ങനെയായിരിക്കും അതിൻ്റെ കണ്ടീഷൻസ് എന്നുള്ളത് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് TDS, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്, അപ്പോൾ ലിബറൽ ആക്കി. അപ്പോൾ ഉദാഹരണത്തിന് ഇത്ര നാളൊരു 30,000 റെന്റ് കൊടുക്കുന്ന ഒരാൾക്ക്, നമ്മളെല്ലാം ബിസിനസ്സുകാരാണ്, നമ്മൾ റെന്റ് കൊടുക്കുന്ന ആൾക്ക് TDS പിടിക്കണമായിരുന്നു. ഓക്കെ, ഇത്ര നാൾ അതിന്റെ ലിമിറ്റ് 1 വർഷം 2.4 lakhs കൂടുതൽ റെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ 10% TDS കട്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. ഓക്കെ, ഇത് ടാക്സ് കട്ട് ചെയ്യുക എന്നുള്ളത് പ്രോസസ്സ് സാധാരണക്കാരനായ ബിൽഡിംഗ് ഓണർ, റൂറൽ ഏരിയയിലൊക്കെ സാധനം അറിയാലോ, ഇവരുടെ നമ്മളൊക്കെ തന്നെ ഇവരുടെ ഒരു സ്പോക്മാൻ ആകാറുണ്ട്. 10% കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇവർക്കൊന്നും മനസ്സിലാകാറ് പോലുമില്ല, എന്തിനാണിത്, ഇത് കൊള്ളയാണെന്ന് വരെ ചോദിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ലാൻഡ് ലോഡ്സിനെ കൺവിൻസ് ചെയ്യണമായിരുന്നു, ഇത് ഡിഡക്ട് ചെയ്ത എമൗണ്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കണം, ക്വാർട്ടർലി TDS റിട്ടേൺ ഫയൽ ചെയ്യണമായിരുന്നു. ഇങ്ങനത്തെ കുറെ കംപ്ലൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും കംപ്ലൈൻസ് ഉണ്ട്, പക്ഷേ ഇതിന്റെ ആ ഒരു വിടുത്ത് 2.4 എന്നുള്ള 6 ലാഖിലേക്ക് മാറി. ഒരു വർഷം 6 ലക്ഷം വരെ വാടക കൊടുക്കുവാണെങ്കിൽ
TDS കട്ട് ചെയ്യണ്ട. 6 lakh റെന്റ് പേ ചെയ്യുന്ന ആളിനെ അറിയാലോ, സാറിന് അറിയാലോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിസിനസ്സുകാരനായിരിക്കും, അദ്ദേഹത്തിന് ഇൻഹൗസ് ആയിട്ട് ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കംപ്ലൈൻറ്റ്സ് നടക്കും. ഈവൻ ആ ഒരു റെന്റ് കിട്ടുന്ന ബിൽഡിംഗ് ഓണറും ആ ഒരു പെർസ്പെക്റ്റീവുള്ള ആളായിരിക്കും, പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് സ്ട്രെച്ച് ചെയ്തോടെ 2-3 കാര്യങ്ങളിൽ ഈവൻ പ്രൊഫഷണൽ ഫീ, ഞങ്ങൾക്ക് കിട്ടുന്ന ഫീസിലും TDS 50,000 ആണ് ഞങ്ങൾ ബില്ല് ചെയ്യുന്നെങ്കിൽ അതിലുള്ള TDSലും 30 ആയിരുന്നു, ഇപ്പോൾ 50 ആക്കി. അങ്ങനെ മൊത്തം ലിബറലി ആണ്. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, അങ്ങനെ കുറച്ച് സ്ട്രെച്ച് ചെയ്തു. തീർച്ചയായിട്ടും ഞാൻ അവിടെ ഒരു ചോദ്യം ഞാൻ എടുക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അത് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. നത്തിങ് റിലേറ്റഡ് ടു ദ ബഡ്ജറ്റ്, ബട്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം നമ്മൾ ഏതാണ്ട് ഇനി 2 മിനിറ്റും കൂടെ നെഗോഷിയേറ്റ് ചെയ്യാനുള്ളൂ ഈ പ്രോഗ്രാമിന്റെ അവസാനത്തിലേക്ക് വരുന്നത്. ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആയിട്ട് കരുതുക ഒരു ചാർട്ടർ അക്കൗണ്ടിംഗ് കമ്പനി എന്നുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പറയുന്നത്, ഇപ്പോൾ ഒരു ഗ്ലോബൽ കമ്പനീസിന് ഒരുപാടെണ്ണം നമുക്കറിയാം അല്ലേ. US-ന് ആപ്പിൾ ഉണ്ട്, അല്ലെങ്കിൽ NVIDIA ഉണ്ട്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക കൊറിയയ്ക്ക് LG ഉണ്ട്, നമ്മുടെ സാംസങ് ഉണ്ട്, ജപ്പാനിന് ഒരുപാട് കാർസ് ഉള്ള ടയോട്ട എന്നിങ്ങനെ ഗ്ലോബൽ കമ്പനീസ് ഉണ്ട്. ഇന്ത്യക്ക് ഗ്ലോബൽ കമ്പനീസ് ഇല്ല. പല സെക്ടറുകളിലും ആ ഗ്ലോബൽ സ്കെയിലിലേക്കുള്ള ഒരു പ്രോഫിറ്റോ റവന്യൂയോ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഗ്ലോബൽ കൗണ്ടർ പാർട്സിനെ തോപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസും ഇന്ത്യൻ കമ്പനീസ് കാത്തു സൂക്ഷിച്ചിട്ടില്ല. ബട്ട് നിങ്ങളുടെ ഇൻഡസ്ട്രിയിലെ ബിഗ് 4 ഏൺസ്റ്റ് ആൻഡ് യങ്, KPMG, ഡിലോയിറ്റ് എന്നിങ്ങനെ വരുന്ന 4 കമ്പനികൾ, ഞാൻ അടുത്ത കാലത്തൊരു ന്യൂസ് വായിച്ചത് അവരുടെ ഇന്ത്യയിലുള്ള റവന്യൂ ആൻഡ് പ്രോഫിറ്റ്സ് വാസ് മച്ച് ഹയർ ദാൻ ദർ ഗ്ലോബൽ കൗണ്ടർ പാർട്ട് എന്നുള്ളതാണ്. റൈറ്റ്, മേ ബി പ്രോബബ്ലി ആ ഇൻഡസ്ട്രിയിൽ വേറെ ഒരു ഇൻഡസ്ട്രിയിലും കാണാത്ത ഒരു പ്രത്യേകതയാണ്. അതായത് ഈ ടാക്സിൻ്റെ കോംപ്ലക്സിറ്റീസ് കൊണ്ടാണോ പോപ്പുലേഷൻ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ദേ ആർ മച്ച് മോർ പ്രോഫിറ്റബിൾ ദാൻ ദർ ഗ്ലോബൽ കൗണ്ടർ പാർട്ട്. ഏൺസ്റ്റ് ആൻഡ് യങ് ആണ് നമ്മുടെ 4ാമത്തെ കമ്പനി അല്ലേ. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇന്ത്യയിൽ നിന്ന് ഒരു ഗ്ലോബൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേം അല്ലെ ഒരു കൺസൾട്ടൻസി ഫേം ഗ്ലോബൽ സീനിലേക്ക് വരാത്തത്? നമ്മൾ ഇത്രയും എന്തിനാണ് ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് കൊടുക്കുന്നത്? ഒരു ഇന്ത്യൻ കമ്പനിക്ക് അത് വന്നൂടെ? ഇപ്പം നിതിൻ ദേശായി എന്നൊക്കെ പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്, നിങ്ങൾക്ക് അറിയാലോ, ബോംബെ ബേസ്ഡ് ആണ്. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് വേണമെങ്കിലും വരാം, നിങ്ങൾക്ക് വേണമെങ്കിലും വരാം. എന്തായിരിക്കും അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2 പേർക്ക് ഉത്തരം പറയാം. കൃത്യമായ ഒരു ഉത്തരമില്ല, പക്ഷെ എന്നിരുന്നാലും നമുക്കറിയാം. ഇപ്പൊ കാറുകൾ എടുക്കാം, ഇന്ത്യൻ കാറുകൾ, ഇപ്പൊ മഹീന്ദ്ര നല്ല വണ്ടിയാണ് അല്ലേ. അപ്പൊ അതിൽ ഒരു പ്രൊമിനന്റ് ആയിട്ട് വരണമെങ്കിൽ നമ്മുടെ ഒരു ലോക്കൽ പ്രൊഡക്റ്റിനോടുള്ള ആൾക്കാരുടെ ഒരു വിശ്വാസത്തെയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പിന്നെ ജോക്സ് അപ്പാർട്ട്, അതൊരു തമാശ രൂപത്തിൽ പറഞ്ഞാണ്, അതൊരു കാരണമാകാം. പിന്നെ നമ്മളിപ്പോൾ ഇതൊരു ഇന്ത്യൻ കമ്പനി ഗ്ലോബലി നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അവിടെ അവർക്ക് സായിപ്പിന് അത് വിശ്വാസമാണെങ്കിൽ ഇറ്റ് ഷാൾ ബി സൈൻഡ് ബൈ എ ബിഗ് 4 എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രാക്ടിക്കൽ, ഈവൻ ദോ നമ്മൾ ക്വാളിറ്റിയിൽ മച്ച് ബെറ്റർ ആണെന്ന് ഞാൻ തറപ്പിച്ച് പറയുമ്പോഴും ഇതാണ് ഒരു നമ്മൾ പലപ്പോഴും നമ്മൾ ഇതിൽ വിധേയപ്പെടേണ്ടി വരുന്നത് ഈ ഗ്ലോബൽ കമ്മിറ്റ്മെന്റ്. നമ്മളിപ്പോൾ ലോകം വളരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ദുബായി പോയിട്ട് ഒരു ബിസിനസ് തുടങ്ങുകയാണ് ഇന്ത്യൻ കൗണ്ടർ പാർട്ടിന്. അപ്പോൾ ഒബ്വിയസ്ലി അതൊരു ബിഗ് 4 അല്ല എൻ്റെ അത് മാറേണ്ടതാണ്. സാറ് പറഞ്ഞ ആ ഒരു പോയിന്റ് മാറേണ്ടതാണ്. ഇങ്ങനെയുള്ള പ്രജുഡിസ് മൈൻഡുകൾ മാറ്റിയെടുക്കണം. ആ മാറ്റത്തിന്റെ മുന്നോടിയായിട്ട് അക്കൗണ്ടിംഗ് പ്രൊഫഷൻ, ദ ഗോൾഡൻ പീരീഡ് ഓഫ് അക്കൗണ്ടിംഗ് പ്രൊഫഷൻ എന്നാണ് ഞങ്ങൾ ഇനി അടുത്ത ഒരു 10, 20, 25 കൊല്ലത്തേക്ക് ലൈക്ക് അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് സേസ് സോ വി ബിലീവ് സോ. ആൻഡ് അവർ ഫിനാൻസ് മിനിസ്റ്റർ തന്നെ ഒരു പറഞ്ഞു, വൈ നോട്ട് എ ബിഗ് 4 ഫ്രം ഇന്ത്യ? വൈ വി ഷുഡ് ഹാവ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ മീറ്റിംഗിൽ പറഞ്ഞാണ്. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ദീപക്, താങ്ക് യു സോ മച്ച് ഷോണോ. നമുക്ക് വീണ്ടും കാണാം. ഇത് നമുക്ക് വീണ്ടും ഒരു സെക്കൻഡ് ഫേസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യണം, ഒരു പാർട്ട് 2 എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ബെനിഫിറ്റ് ആവുന്നത്, എങ്ങനെയാണ് ബ്രാക്കറ്റ് വെച്ച് നമുക്കൊരു എക്സാമ്പിൾസ് ആയിട്ട് തരണം. താങ്ക് യു ഫോർ വിസിറ്റിംഗ് അസ്. പ്രേക്ഷകരുടെ അറിവിന് വേണ്ടിക്ക് നമ്മൾ വീണ്ടും പ്രോഗ്രാംസ് അടുത്ത സീരീസിലേക്ക് നമ്മൾ മാറുന്നു. തീർച്ചയായിട്ടും നമുക്ക് കാണാം. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻസൈറ്റ്സ് എപ്പോഴും എവിടെ നിന്നും അറിയാൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും, മറക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. ഇത്തവണത്തെ ബഡ്ജറ്റ് ഡേയിൽ MyFin TV പുതിയ ചരിത്രം കുറിക്കുകയാണ്. 100 കണക്കിന് ചാനലുകൾ ബഡ്ജറ്റ് തത്സമയ സംപ്രേഷണം മാത്രം ചെയ്യുമ്പോൾ അതിൽ നിന്നും വേറിട്ടൊരാശയവുമായി MyFin TV പ്രേക്ഷകർക്കിടയിലേക്ക് എത്തുന്നു. ബഡ്ജറ്റ് ഡേയിൽ ബഡ്ജറ്റ് തത്സമയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളെ കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്ത്
ടീം മൈഫിൻ ലൈവായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതിനായി അണിനിരക്കുന്നത് മൈഫിനിലെ പരിചയസമ്പന്നരായ പ്രഗത്ഭരാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് രംഗത്ത് 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള പ്രദീപ് ചന്ദ്രശേഖർ, ബിസിനസ് ജേർണലിസത്തിൽ 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മൈഫിൻ TV ബിസിനസ് എഡിറ്റർ ജെയിംസ് പോൾ, ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെ ഫണ്ട് മാനേജ്മെന്റിൽ 20 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള സൂരജ് എസ് നായർ. ഇവർക്കൊപ്പം ബിസിനസ് ലൈവ് ഡെസ്കുകളിലെ എക്സ്പേർട്സ് ടീമിനൊപ്പം ഞങ്ങളുടെ 80-ലധികം എംപ്ലോയീസ് കൂടി ഒരുമിക്കുമ്പോൾ കൃത്യമായ വിലയിരുത്തലുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ലൈവ് രാത്രി 8 മണി വരെ നീളുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻകം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻസ് തുടങ്ങി ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ബജറ്റിന് ശേഷമുള്ള സമഗ്രമായ വിലയിരുത്തലുകളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. കാണുക നിങ്ങളുടെ സ്വന്തം മൈഫിൻ TVയിൽ ഫെബ്രുവരി 1 ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ. ബഡ്ജറ്റ് സെറ്റ് ഗോ 2025-26. പണം പോകാതെയും ഇനി പവർ വരും. ഡൗൺലോഡ് ചെയ്യൂ മൈഫിൻ TV ആപ്പ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൊതുവെ ധനമന്ത്രിമാരാണല്ലോ. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയെന്നറിയാം? പലർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായി ഒന്ന് പറഞ്ഞേക്കാം. 1958 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, 1970 ഇന്ദിരാഗാന്ധി, 1987 രാജീവ് ഗാന്ധിയും ബജറ്റ് അവതരിപ്പിച്ചു. അതൊരു ചരിത്രമായി മാറി. ഇവിടെ മൈഫിൻ TVയും ചരിത്രം കുറിക്കുകയാണ്. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് പ്രസന്റ് ചെയ്ത ബഡ്ജറ്റ് 1947 നവംബർ 26-നാണ്. അതിനുശേഷം ഇങ്ങോട്ട് മാറി മാറി വരുന്ന ഗവൺമെന്റ് എല്ലാ വർഷവും സ്ഥിരമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഡ്യൂറേഷൻ കൊണ്ട് ശ്രദ്ധ നേടിയ ബഡ്ജറ്റാണ് 2020-21 ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് 2 hours 42 minutes വരെ നീണ്ടുനിന്നു. So I rise with your permission to present a statement of the estimated receipts and expenditure of the Government of India for the year 2020-2021. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും ഡ്യൂറേഷൻ പോയതെന്ന് പല മീഡിയ ചാനൽസ് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും നിർമ്മല സീതാരാമൻ ഇതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഇത്തവണത്തെ ബഡ്ജറ്റ് ഡ്യൂറേഷൻ കൂടുതലാണെന്നറിയാം, അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നാൽ ഓരോ സെക്ടറുകൾക്കും അത്രത്തോളം വിശകലനം ആവശ്യമുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് ഇത്രയും സമയമെടുത്തത്. കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിക്കും മുൻപ് അത് ചോരുക എന്ന് പറഞ്ഞാൽ അതൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്നാൽ ഉണ്ട്. 1950-51 ബഡ്ജറ്റിലാണ് സംഭവം. കേന്ദ്ര ബഡ്ജറ്റ് അച്ചടി സമയത്ത് അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അന്നത്തെ ധനമന്ത്രി ജോൺ മത്തായി പാർലമെന്റിൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് അത് ചോർന്നത്. ഈ ചോർച്ചയെ തുടർന്ന് പിന്നീട് വന്ന ബഡ്ജറ്റിന്റെ അച്ചടി രാഷ്ട്രപതി ഭവനിൽ നിന്ന് മിന്റോ റോഡിലേക്ക് മാറ്റി. 1980 ശേഷം ബഡ്ജറ്റ് അച്ചടിക്കുന്നത് നോർത്ത് ബ്ലോക്ക് ബേസ്മെന്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാമ്പത്തിക സംശയ നിവാരണങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈഫിൻ TV ആപ്പ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഫെബ്രുവരി 1-ാം തീയതി രാവിലെ 11 മണിക്കാണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. 1999 വരെ ഫെബ്രുവരി മാസത്തിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ വൈകുന്നേരം 5 മണിക്കായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത്. ആ സമയം ഇന്നത്തെ പോലെ ചേഞ്ച് ആക്കിയത് 2000-ലെ മില്ലേനിയം ബഡ്ജറ്റ് അവതരിപ്പിച്ച ഫിനാൻസ് മിനിസ്റ്റർ യശ്വന്ത് സിൻഹയാണ്. ഏതായാലും അതെല്ലാം കൊണ്ടും കൂടുതൽ സൗകര്യപ്രദമായി. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ 1 മുതൽ തന്നെ നടപ്പിലാക്കാൻ സാധിച്ചു. ബഡ്ജറ്റിന് മുന്നേ നടക്കുന്ന പ്രിന്റിംഗ് അതീവ സുരക്ഷയുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ആ വർഷത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ അച്ചടിക്കുന്ന പ്രോസസ്സാണ്. ആ പ്രിന്റുകൾ നോക്കി വായിച്ചാണ് ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്.
എന്നാൽ അങ്ങനെ അല്ലാതെ പൂർണ്ണമായും ഡിജിറ്റലൈസ്ഡായി ബഡ്ജറ്റ് അവതരിപ്പിച്ച വർഷം ഏതാന്ന് ഓർമ്മയുണ്ടോ? കോവിഡ് എന്ന മഹാമാരി ലോകത്തെ വിറപ്പിച്ച് 2021-22 ബഡ്ജറ്റാണ് ഡിജിറ്റലൈസ് ചെയ്തത്. ഈ കോവിഡ് എല്ലാ മേഖലയും ബാധിച്ചെങ്കിലും അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത മേഖലകളിലൊന്ന് ടൂറിസം ആയിരുന്നു. പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഒരുമിച്ച് സംഗമിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസുകൾ പഴയ പടിയാവാൻ നമുക്ക് ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. തൊട്ടടുത്ത വർഷം ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ടൂറിസം സെക്ടറിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായി 2400 കോടി രൂപയാണ് കേന്ദ്ര ബഡ്ജറ്റിൽ നീക്കിവച്ചത്. അത് ടൂറിസം മേഖലയ്ക്ക് ഒരു വലിയ ആശ്വാസമായി. കേന്ദ്ര ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ തവണ പ്രസന്റ് ചെയ്തിട്ടുള്ള ധനമന്ത്രി ആരാണെന്ന് അറിയാമോ? 1962 മുതൽ 69 വരെ തുടർച്ചയായി 10 വർഷങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിച്ച അന്നത്തെ ധനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിക്കാണ് ആ റെക്കോർഡ്. തൊട്ടുപിറകിൽ 9 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഫിനാൻസ് മിനിസ്റ്റർ പി ചിദംബരവും അതിന് പിറകിലായി ഒരുപക്ഷെ ഈ റെക്കോർഡുകളെല്ലാം തിരുത്തിയേക്കാവുന്ന നിലവിലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുള്ളത്. Level up your financial game with MyFin TV. Download the app now. Innovate your financial knowledge with the latest updates on MyFin TV. Download the app now. ഇന്ത്യയിൽ ആദ്യമായി ബിസിനസ് ഫിനാൻസ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളും രാജ്യത്തിലെ വിവിധ പ്രാദേശിക ഭാഷകളിൽ വെബ്, ആൻഡ്രോയിഡ്, iOS, OTT എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ബിസിനസ് ഡിജിറ്റൽ TV, MyFin TV. Stock market and personal finance, insurance, banking, economic news, business, NRI, technology തുടങ്ങിയവ ഷോർട്സ് റീൽസ്, ലൈവ് ഷോസ്, പ്രോഗ്രാംസ്, ന്യൂസ് അപ്ഡേറ്റ്സ്, ട്വീറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോസ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഫോർമാറ്റുകളിൽ MyFin TV നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. പ്രൊഫഷണൽസ്, ബിസിനസ്സുകാർ, വിദ്യാർത്ഥികൾ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കർഷകർ, ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപന ജീവനക്കാർ, വീട്ടമ്മമാർ തുടങ്ങിയ എല്ലാവർക്കും അവരുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള 1 point സൊല്യൂഷനാണ് MyFin TV. MyFin TV, leading to ഗുഡ് ഈവനിങ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. MyFin ബഡ്ജറ്റ് ലൈവ് ഷോയിലേക്ക് സ്വാഗതം. നമ്മൾ ബഡ്ജറ്റിൻ്റെ പല ആസ്പെക്റ്റുകളും സംസാരിച്ചു. പോസ്റ്റ് ബഡ്ജറ്റായിട്ട് നമ്മൾ ടാക്സിൻ്റെ കാര്യം സംസാരിച്ചു, എങ്ങനെയാണ് ഓരോ സെക്ടറിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടെക്നിക്കലി മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള പല കാര്യങ്ങളും സംസാരിച്ചു. ഞാനും നമ്മുടെ ഇൻഹൗസ് എക്സ്പേർട്ടായ മിസ്റ്റർ പ്രദീപ് ചന്ദ്രശേഖറും നമ്മൾ ബഡ്ജറ്റിന് മുമ്പേ പ്രീ ബഡ്ജറ്റ് ഷോ എന്ന നിലയിൽ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് ജനറലായിട്ട് സംസാരിച്ചു. അപ്പോൾ സംസാരിക്കുമ്പോഴും ബഡ്ജറ്റിൽ എന്ത് സീക്രട്ടാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ ഏതാണ്ട് ഊഹാപോഹങ്ങളും സ്പെക്കുലേഷനും മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു അറിവ് വെച്ച് മാത്രം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതാ ബഡ്ജറ്റ് എല്ലാ ഡീറ്റെയിൽസും പുറത്തു വന്നിരിക്കുന്നു. അത് മാത്രമല്ല, നമുക്കൊരു കാര്യം നമ്മൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുക പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ പറയുകയാണ്, നമുക്ക് ഇന്നും ബഡ്ജറ്റിൻ്റെ ഫൈൻ പ്രിന്റ് കിട്ടിയിട്ടില്ല. കിട്ടാവുന്ന സ്ട്രക്ചറലായിട്ടുള്ള മെയിൻ പോയിന്റുകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല. അത് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ബഡ്ജറ്റ് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ വീണ്ടും വിശകലനമായി പോസ്റ്റ് ബഡ്ജറ്റ് സെഷൻ. ഇത് മാത്രമല്ല, ഇനിയും കൂടുതലുണ്ടാവും MyFin TV-ൽ. അതും ലൈവായിട്ട് തന്നെ ആയിരിക്കാം. പ്രേക്ഷകർ MyFin ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, തീർച്ചയായിട്ടും ഇത് കാണുക, ഇത് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഈ ആപ്പിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നു. പ്രദീപ്, വെൽക്കം ബാക്ക്. വാട്ട് എ ഫാന്റാസ്റ്റിക് ബഡ്ജറ്റ്. വി സെഡ് ദാറ്റ് ഞാനിപ്പോൾ ഐ എം സ്റ്റിക്കിംഗ് മൈ ഹെഡ് ഔട്ട് ആൻഡ് സേയിങ് നമ്മളിപ്പോൾ എല്ലാവരും ബഡ്ജറ്റിനെ ഏതാണ്ട് ഒരു നോർമൽ ബഡ്ജറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബട്ട്
with around 25 to 30 experience, 30 years in the market. I am sticking my neck out and saying that this is one of the finest budget I have ever seen. അതിനകത്ത് മേ ബി ഒരു മണിക്കൂറിൽ ആ സംസാരം തീർത്ത് കാണുമായിരിക്കാം, ബിഗ് ബാങ് ആയിട്ട് ഒന്നും തന്നെ പറഞ്ഞു കാണില്ലായിരിക്കാം. പക്ഷേ അതിനകത്ത് ഫൈനർ പ്രിൻ്റ് നമ്മൾ നേരത്തെ ചോദിച്ചത് ഈസ് മാർക്കറ്റ് വിസ്പറിങ് എ സംതിങ് എന്ന് നമ്മൾ ഈ പ്രീ ബഡ്ജറ്റ് ഷോയിൽ നമ്മൾ സംസാരിച്ചു. ഇപ്പം ഞാൻ പറയുന്നത് യെസ്, ദ ബഡ്ജറ്റ് ഈസ് വിസ്പറിങ് സംതിങ് ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ഗ്രേറ്റ്. 12 lakh വരെ ഇൻകം ടാക്സ് ഫ്രീ, അതായത് 12 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യുന്ന ഒരു സാലറീഡ് മിഡിൽ ക്ലാസ്സിന് ടാക്സ് ഫ്രീ. പ്ലസ് നമുക്ക് നേരത്തെ അറിയാം ബഡ്ജറ്റിൻ്റെ മാൻഡേറ്റിൽ ഉള്ളതല്ല, ഏതാണ്ട് എസെൻഷ്യൽ ഐറ്റംസ് ഒരു സാധാരണ ഫാമിലിക്ക്, ഒരു മിഡിൽ ഇൻകം ഫാമിലിക്ക്, ഒരു ലോ ഇൻകം ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ഐറ്റംസിൻ്റെ GST പൊതുവെ കുറവ് തന്നെയാണ്. ഇത് രണ്ടും കപ്പിൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു കൺസംഷൻ ഡ്രൈവ്, ഗവൺമെൻറ് വാസ് അണ്ടർ ട്രെമെൻഡസ് പ്രഷർ. അതായത് അർബൻ ഡിമാൻഡ് വളരെ സ്ലോ ആയിരുന്നു. അഗ്രികൾച്ചറിൻ്റെ പിക്കപ്പ് കാരണം റൂറൽ ഡിമാൻഡ് നന്നായി തന്നെ മുന്നോട്ട് പോകുന്നു. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് സെക്ടർ ഓഫ് ദ ഫ്യൂച്ചർ എന്ന് വരെ ഇന്നലെ ചീഫ് എക്കണോമിക് അഡ്വൈസർ മെൻഷൻ ചെയ്യേണ്ടായി. അഗ്രികൾച്ചറിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ കറക്റ്റാണ്, ഹാർവസ്റ്റ് സീസൺ നന്നായി പോകുന്നു. അതുകൊണ്ട് ഫാർമേഴ്സിൻ്റെ കാര്യത്തിലോ അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിലോ ഗവൺമെൻറ് ഒരു വെറിയില്ല. ബട്ട് വി വെർ റിയലി വറീഡ് അബൌട്ട് ദ അർബൻ കൺസംഷൻ ആൻഡ് ദാറ്റ് വാസ് റിഫ്ലെക്റ്റിംഗ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് സർട്ടൻ സ്റ്റോക്ക് പ്രൈസസ് ആൻഡ് ക്വാളിറ്റി സ്റ്റോക്സ് വെർ അവൈലബിൾ അറ്റ് ചീപ്പ് ആൻഡ് ഡിസ്ട്രസ് വാല്യുവേഷൻ. കം ഇൻ, കൊമത്ത് ദ അവർ, കൊമത്ത് ദ മാൻ. സമയം വരുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഡിസിഷൻ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പറയും പോലെ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ദാറ്റ് ഹാപ്പൻ ഇൻ എ ലോങ് ടൈം. 12 lakhs, അതിൻ്റെ കാസ്കേഡിങ് എഫക്റ്റ്, അതിൻ്റെ ഡോമിനോ എഫക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നതും എക്കണോമിയിൽ ഉണ്ടാക്കാൻ പോകുന്നതും നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാളും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഏതാണ്ട് 10 lakhs വരെയുള്ളത് സ്പെക്കുലേറ്റ് ചെയ്തിരുന്നു. ബട്ട് അതിനെക്കാട്ടിലും നമ്മളെയൊക്കെ കൂടെ സർപ്രൈസിങ് ആയിട്ടുണ്ട്, അസ്റ്റോണിഷിംഗ് ആയിട്ടാണ് 12 lakh എന്നുള്ള ഫിഗർ വന്നത്. എനിക്ക് തോന്നുന്നു പ്രദീപ് ചന്ദ്രശേഖർ എൻ്റെ കൂടെ എഗ്രി ചെയ്യുമായിരിക്കും. യു ക്യാൻ ഹാവ് യുവർ സേ ഓൺ ദിസ്. താങ്ക്സ് സുരജ്. സോ തീർച്ചയായിട്ടും ഈവൻ ഞാനും സർപ്രൈസ്ഡ് ആയിരുന്നു. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ദാറ്റ് ബഡ്ജറ്റിൽ ഇൻകം ടാക്സിൽ തീർച്ചയായിട്ടും ഒരു വ്യത്യാസം വരുമെന്നായിരുന്നു. ബട്ട് 12 lakhs വാസ് എ വെരി വെരി പ്ലസൻറ്റ് സർപ്രൈസ് നാച്ചുറലി. പ്രദീപ്, ടേക്കിംഗ് ഇറ്റ് ഫ്രം ദെയർ, നമ്മൾ ഇതിനു മുമ്പേ സംസാരിച്ചപ്പോൾ ഒരു അഫക്റ്റ് ചെയ്യാവുന്ന സെക്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ പ്രീ ബഡ്ജറ്റ് സെഷനിൽ പറഞ്ഞിരുന്നത് അഫക്റ്റ് ചെയ്യാവുന്ന സെക്ടേഴ്സ്, സ്റ്റോക്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് ഇമോഷൻ. ദർ ഇസ് സംതിങ് കോൾ, പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുക, പ്രദീപ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് വെറും ഒരു ടെക്നിക്കലും ഫണ്ടമെന്റലും മാത്രമല്ല. പ്രദീപിൻ്റെ വാച്ച് ലിസ്റ്റിൽ പ്രദീപ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്, ഇത് വീണ്ടും ഞാൻ പറയുന്നത് ഇതൊരു ഡിസ്ക്ലെയിമറാണ്, നിങ്ങളിതൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ ആയിട്ട് കരുതരുത്. അക്കാഡമിക് പർപ്പസിന് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. നമ്മൾ പല സ്റ്റോക്സും പറയും, അതിൽ എനിക്കും പ്രദീപിനും ഒക്കെ ചിലപ്പോൾ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ബട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് അനലിസ്റ്റിനെ സമീപിക്കണം. ബട്ട് പല സ്റ്റോക്കുകൾ പ്രദീപ് പറയുന്നതും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടാണ്. പ്രദീപ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മെച്യൂർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററാണ്. തീർച്ചയായിട്ടും പ്രദീപ് ഈ പറയുന്ന പോലെ ഒരു പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനികളോ അല്ലെങ്കിൽ അധികം ഡെപ്റ്റ് ഉള്ള കമ്പനികളോ പറയുകയല്ല. അപ്പോൾ അതുകൊണ്ട് ആസ് ഫാർ ആസ് ഫണ്ടമെന്റൽ അനാലിസിസ് കൺസേൺ അത് പക്ക ബേസിസ് ഫൗണ്ടേഷൻ ആയിട്ടാണ് പ്രദീപ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് ടെക്നിക്കലി എപ്പോൾ നിങ്ങൾ മേടിക്കണം, ബിക്കോസ് ടെക്നിക്കൽ ടെൽസ് യു വെൻ ടു ബൈ rather than what to buy, which stocks to buy എന്നുള്ളതിനേക്കാളും സ്റ്റോക്സ് ഫണ്ടമെന്റലി നമ്മൾ സ്ക്രീൻ ചെയ്തതിന് ശേഷം ടെക്നിക്കലി നമ്മൾ എപ്പോൾ മേടിക്കണം എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അത് കൂടാതെ there is something called a third point which normally people doesn't discuss, that is called market intelligence. മാർക്കറ്റിൻ്റെ ഇത്രയും നാളത്തെ പെർഫോമൻസ് വെച്ച് മാർക്കറ്റ് വിൽ ടെൽ യു വാട്ട് ഈസ് ഗോണ ഹാപ്പൻ. അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് നമ്മൾ സാധാരണ ജനങ്ങൾ കേൾക്കാത്തത് പ്രദീപ് കേൾക്കും. അതാണ് പ്രദീപിൻ്റെ പ്രത്യേകത. പ്രദീപ്, ടെൽ മീ വാട്ട് ആർ ദ സ്റ്റോക്സ് ആൻഡ് സെക്ടേഴ്സ് ദാറ്റ് വി നീഡ് ടു വാച്ച് ആസ് വി മൂവ് ഫോർവേഡ്. സോ ഇന്നത്തെ ട്രെൻഡും പാറ്റേണും നോക്കുമ്പോഴേക്കും നാച്ചുറലി നമ്മുടെ അറ്റൻഷൻ ഏറ്റവും അധികം പിടിച്ചു വാങ്ങിച്ചിരിക്കുന്നത് 3 സെക്ടേഴ്സാണ്. ദ ഫസ്റ്റ് വൺ ഇസ് ഓട്ടോ സെക്ടർ, സെക്കൻഡ് വന്നിട്ട് FMCG സെക്ടർ, തേർഡ് വന്നിട്ട് റിയൽ എസ്റ്റേറ്റ് സെക്ടർ. സോ നമ്മൾ സ്പെസിഫിക്കലി ഓട്ടോ സെക്ടർ എടുക്കുമ്പോഴേക്കും ബജാജ് ഓട്ടോ, TVS മോട്ടോഴ്സ്, ഹീറോ മോട്ടോഴ്സ്, മാരുതി, മഹീന്ദ്ര, ഹ്യുണ്ടായി മുതലായ സ്റ്റോക്സിലൊക്കെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ഇതിൽ പല സ്റ്റോക്സിലും നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ പ്രദീപ്, നോർമലി ഒരു കൺസംഷൻ ഡ്രൈവ് ചെയ്യുന്നത് തീർച്ചയായിട്ടും FMCG സ്റ്റോക്കാണ്. നമുക്കറിയാം കോവിഡിന് ശേഷം വളരെ സ്ട്രോങ് കമ്പനികൾ, ഫണ്ടമെന്റലി ബ്യൂട്ടിഫുൾ കമ്പനീസായ ബ്ലൂ ചിപ്പ് ഓഫ് ദ ബ്ലൂ ചിപ്പ് എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ യൂണിലിവർ, HDFC ബാങ്ക്, അല്ലെങ്കിൽ നെസ്ലെ ഇന്ത്യ, അല്ലെങ്കിൽ മാരിക്കോ, ഡാബർ, ഇങ്ങനത്തെ കമ്പനികൾ തീർച്ചയായിട്ടും ലഗാർഡാണ്. എസ്പെഷ്യലി ഞാൻ വിട്ടുപോയതിന് ക്ഷമിക്കണം, ഏഷ്യൻ പെയിൻറ്റ്സ്, പ്രദീപിൻ്റെ എന്നും ഫേവറേറ്റ് സ്റ്റോക്കാണ് ഏഷ്യൻ പെയിൻറ്റ്സ് എന്നുള്ളത്. ഇത് തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് അതൊരു ടേൺ അറൗണ്ട് സെക്ടറായിട്ട് മാറുന്ന എന്തെങ്കിലും ഇൻഡിക്കേഷനോ മാർക്കറ്റ് ഇൻവെസ്റ്റോ പ്രദീപ്
നോട്ടീസ് ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ FMCGക്ക് വേണ്ടി NSEക്ക് സെപ്പറേറ്റ് ആയിട്ട് FMCG ഇൻഡെക്സ് തന്നെയുണ്ട്. നമ്മൾ നവംബർ മാസത്തിന് ശേഷം FMCG ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി സൂചന ലഭിക്കുന്നത് ഇസ് ദാറ്റ് FMCG സ്റ്റോക്സ് ഒന്നും തന്നെ താഴോട്ട് പോകുന്നില്ലായിരുന്നു. വി കുഡ് നോട്ട്, നമുക്ക് മേളിലോട്ടൊരു അപ്വേർഡ് മൂവ്മെൻറ്റോ ഒരു ബൈയിങ് ഇൻട്രസ്റ്റോ ഒന്നും തന്നെ കാണുന്നില്ലെങ്കിലും സെല്ലിംഗ് പ്രഷർ FMCG സ്റ്റോക്സിൽ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് വളരെ വളരെ കുറവായിരുന്നു. ആൻഡ് ഇന്നത്തെ ആ ഒരു ബഡ്ജറ്റിന് ശേഷം നമുക്ക് പല FMCG സ്റ്റോക്സിലും സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. FMCG ഇൻഡെക്സിൽ നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 59,300 പോയിൻ്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രദീപ്, ഈ ഇത്രയും കിട്ടിയ ഡീറ്റെയിൽസ് അനുസരിച്ചും ലാസ്റ്റ് 2-3 ദിവസമായിട്ട് മാർക്കറ്റ് ഒരു ചെറിയൊരു പുൾ ബാക്ക് വന്നു. വേണ്ട വിധത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു പമ്പപ്പ് കിട്ടിയില്ലെങ്കിൽ പോലും ഡു യു തിങ്ക് ദാറ്റ് മാർക്കറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ എ ഷോർട്ട് കവറിംഗ്? ആ ഒരു ഷോർട്ട് കവറിംഗിൽ ചില ലെവലുകളിൽ നമുക്കറിയാം ഒരുപാട് ഷോർട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവും. അത് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ ഏതായിരിക്കും? പ്രദീപിൻ്റെ ഒരു അനാലിസിസിൽ എവിടെ വെച്ചായിരിക്കും ചിലപ്പോൾ ഒരു ഹ്യൂജ് ഷോർട്ട് കവറിംഗ് റാലി മാർക്കറ്റ് ഏതൊരു പോയിന്റ് കഴിയുമ്പോഴായിരിക്കാം ചിലപ്പോൾ നമുക്ക് ആ ഒരു പുൾ ബാക്ക് കിട്ടുക? നിഫ്റ്റി 50 നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ റിക്കവറി അടക്കം കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ ഓൾറെഡി ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ട്. ബട്ട് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ഈ ഷോർട്ട് കവറിങ്ങിന് ശേഷം പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കണമെങ്കിൽ 24,400 പോയിൻറ്റിൻ്റെ റെസിസ്റ്റൻസ് നിഫ്റ്റി 50 ബ്രേക്ക് ചെയ്യണം. സോ നിഫ്റ്റി 50ൽ ഞാൻ കാണുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് FMCG സ്റ്റോക്സ്, ഓട്ടോ സ്റ്റോക്സ്, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിലൊക്കെ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും പല സെക്ടറിലും വി ആർ സ്റ്റിൽ സീയിങ് എ ലോട്ട് ഓഫ് വീക്ക്നെസ്, അതല്ലെങ്കിൽ ലാക്ക് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ്. അതിപ്പോൾ ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള ഇൻക്ലൂഡിങ് HDFC ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിലയൻസ് ഇൻഡസ്ട്രി, ONGC, പെട്രോളിയം സ്റ്റോക്സ്, ഭാരത് പെട്രോളിയം, ഇതിലൊക്കെ ഈ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സ്റ്റോക്സും കൂടെ അടുത്ത ആഴ്ച നമുക്ക് റിക്കവറി അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഇനി അതിലൊരു സെല്ലിംഗ് പ്രഷർ വരാതെ ഇരുന്നാൽ തന്നെ നിഫ്റ്റി 50ൽ റിക്കവറി കാണാൻ സാധിക്കും. ഓക്കെ, നമുക്കറിയാം പ്രദീപ്, ഒരുപാട് നല്ല സ്റ്റോക്കുകൾ, എസ്പെഷ്യലി ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്സ് ആയ ബ്ലൂ ചിപ്പ് ഓഫ് ദ ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് വളരെ ഏതാണ്ട് 30% to 40% ചീപ്പാണ് അല്ലേ? ബട്ട് എന്തുകൊണ്ടൊരു ബയർ സ്ട്രൈക്ക് വരുന്നു? വാട്ട് ഈസ് ഹോൾഡിംഗ് പീപ്പിൾ ബാക്ക്? അതൊരു ഏർണിംഗ് സൈക്കിൾ അപ്ഗ്രേഡ് കിട്ടാത്തതുകൊണ്ടാണോ? ഇനി അവിടെ നിന്ന് ഒരു FIIസിന് ഒരു അപ്ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ ആയിരിക്കുമോ ഇതിൻ്റെ ഒരു ബോട്ടം? എന്തായിരിക്കും അതിൻ്റെ ഒരു റീസൺ? കാര്യം നമ്മൾ ലൈഫിൽ പോലും ഏഷ്യൻ പെയിൻറ്റ്സ് ഇങ്ങനെ ട്രേഡ് ചെയ്യുന്ന പ്രതീക്ഷിച്ചിട്ടുമില്ല. നമ്മുടെ ഒരു സ്റ്റഡീസിലും അല്ലെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റുഡൻസിനെ അഭിമുഖീകരിക്കുമ്പോഴൊക്കെ ഏഷ്യൻ പെയിൻറ്റ്സൊക്കെ നമ്മൾ പറഞ്ഞത് നമ്മൾ ഒരു പരിധി വരെ 40% ഒരു ഫോള് നമ്മൾ ഏഷ്യൻ പെയിൻറ്റ്സിന് എന്തൊരു കോമ്പറ്റീഷൻ വന്നാലും, ഒരു സെക്ടർ റൊട്ടേഷൻ വന്നാലും, എന്ത് ഏർണിങ്സ് പ്രോബ്ലം ആണെങ്കിലും, ഒരു ട്രാഫിക് കൂടെ പോവുകയാണെങ്കിലും ഈ ഒരു വാല്യൂഷനിൽ കിട്ടുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല. വേർ കുഡ് ബി ദ ട്രിഗർ പോയിന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ സ്റ്റോക്സിന്? അതായത് ഞാൻ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഇൻ ജനറൽ അല്ല, ന്യൂ ഏജ് സ്റ്റോക്സ് ആയ സൊമാറ്റോ, അങ്ങനെ പോളിസി ബസാറോ കാർട്രേഡ് പോലത്തെ കമ്പനികളുമല്ല, ദ ബ്ലൂ ചിപ്പ് ഓഫ് ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. എവിടെ വെച്ചായിരിക്കും ട്രിഗർ പോയിന്റ്? നമ്മളിപ്പോൾ എസ്പെഷ്യലി ബ്ലൂ ചിപ്പ് FMCG സെക്ടർ ആണെങ്കിൽ ആ ട്രിഗർ പോയിന്റ് വന്നു കഴിഞ്ഞു. ആബ്സല്യൂട്ട്ലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചു, FMCG ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്സിൽ ഒന്നും തന്നെ വീഴ്ചയില്ല. നമ്മളിപ്പോൾ സ്പെസിഫിക്കലി ഇപ്പോൾ ഏഷ്യൻ പെയിൻസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ സ്ലൈഡ് സ്റ്റോപ്പ് ചെയ്തു. അപ്പം നമ്മൾ ഇതിന് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല, പ്രൈസ് കറക്ഷൻ ഈസ് ഓവർ, ടൈം കറക്ഷൻ ഈസ് ഓൺ, അങ്ങനെ നമുക്ക് പറയാമോ? എന്നല്ല ഞാൻ പറയുന്നത്. ഐ വിൽ സേ ബോത്ത് ടൈം ആൻഡ് പ്രൈസ് കറക്ഷൻ ഇസ് ഓവർ എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ എഗെയിൻ സൂരജ് ഓൾറെഡി ഒരു ഡിസ്ക്ലോഷർ നൽകി. സോ ഐ ഷുഡ് ആക്ച്വലി ഡിസ്ക്ലോസ് ഹിയർ. ഏഷ്യൻ പെയിൻസിൻ്റെ കേസിൽ ഈ ഒരു വീഴ്ച അവസാനിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരുന്നു ഒരു 2 ആഴ്ച മുൻപ് തന്നെ. സോ ഓൾറെഡി എന്നെ പോലെയുള്ള പല വ്യക്തികളും ഏഷ്യൻ പെയിൻസ് പോലെയുള്ള ഒരു സ്റ്റോക്കിൽ ഓൾറെഡി പൊസിഷൻസ് എടുത്തു കഴിച്ചു. വേറൊരു നല്ലൊരു എക്സാമ്പിൾ തരാമെങ്കിൽ രമേശ് ദമാനി ഓൺ ചെയ്യുന്ന ഡിമാർട്ട്. സോ ഡിമാർട്ട് 2 ആഴ്ച മുൻപ് റിസൾട്ട് നൽകിയപ്പോഴേക്കും വളരെ നല്ല ഡിമാർട്ടിന് നമ്മൾ വേറൊരു പേരുണ്ട്, അവന്യൂ സൂപ്പർ മാർട്ട്. ചിലപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ സ്ക്രീനറിൽ കിട്ടുന്ന അവന്യൂ സൂപ്പർ മാർട്ട് എന്നുള്ള പേരിലായിരിക്കും. സോ അവന്യൂ സൂപ്പർ മാർട്ട് അല്ലെങ്കിൽ ഡിമാർട്ട് 3,400 രൂപയിൽ ഡിസംബർ മാസത്തിലായിരുന്നു അതിൻ്റെ ബോട്ടം.
ആ ഡിസംബർ മാസത്തിൽ 3400 രൂപ എത്തിയതിന് ശേഷം ആ ലെവല് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. സോ എൻ്റെ പല സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്യാനായിട്ട്. ആൻഡ് ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പേഷ്യൻസിന് നല്ലൊരു റിവാർഡായിരുന്നു കിട്ടുക. ഓൾമോസ്റ്റ് 8-10% നേട്ടം ഇന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞു. ആൻഡ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ടുഡേ ദ ലോങ് ടേം ട്രെൻഡ് ഇസ് സ്റ്റിൽ ബെയറിഷ്. ആൻഡ് എനിക്ക് തോന്നുന്നത് ദിസ് സ്റ്റിൽ ഹാസ് എ ലോങ് അപ്സൈഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ തീർച്ചയായിട്ടും പ്രദീപ്, നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ ഒരുപാട് ഇൻസെൻറ്റീവ്സ് ആണ് ഇൻകം ടാക്സ് വഴി ഗവൺമെൻറ് സിറ്റിസൺസിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പേർക്ക് അടുത്ത കൊല്ലം മുതൽ പൈസ സേവ് ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇനി എസ്പെഷ്യലി ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നവർക്ക്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചർ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റിൽ ബിൽഡ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഫാബുലസ് എൻട്രി പോയിന്റ് ആയിട്ട്. ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, വ്യൂവേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് നമ്മൾ വീണ്ടും പറയുന്നു, ഡോണ്ട് കൺസ്ട്രൂ ദിസ് ആസ് എ സോളിസിറ്റേഷൻ ടു ബൈ. ഞങ്ങൾ ഓരോന്ന് പറയുന്നത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്, ഞങ്ങളുടെ വിസ്ഡമാണ്. ഞങ്ങൾ ഇത്രയും നാൾ 25 കൊല്ലം 30 കൊല്ലം മാർക്കറ്റിൽ കണ്ട എക്സ്പീരിയൻസിൽ ഞങ്ങൾ പറയുന്നതാണ്. വി ക്യാൻ ഗോ റോങ് ആൻഡ് വി ക്യാൻ ബി റൈറ്റ്. എങ്കിലും ഞാൻ പ്രദീപിൻ്റെ അടുത്ത് ചോദിക്കുന്നു, പ്രദീപ്, ഡോണ്ട് യു തിങ്ക് ദിസ് ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ ന്യൂ ഇൻവെസ്റ്റേഴ്സ് ടു റൈഡ് ഓൺ ദ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ് ഗ്രോത്ത് സ്റ്റോറി? തീർച്ചയായിട്ടും. സോ മാർക്കറ്റിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും വളരെ നമുക്കൊക്കെ ഗുരു എന്ന് പറയാം, അല്ലെങ്കിൽ വി ഓൾ ലുക്ക് അപ്പ് ടു ഇസ് ദ വേൾഡ്സ് മോസ്റ്റ് സക്സസ്ഫുൾ ഇൻവെസ്റ്റർ വാറൻ ബഫറ്റ്. വാറൻ ബഫറ്റ് നമുക്ക് എല്ലാം നൽകുന്ന ഒരു മെസ്സേജസ്, യു ഷുഡ് ലുക്ക് ടു ഇൻവെസ്റ്റ് വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ. അതായത് മറ്റുള്ളവർ ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി ആൻഡ് ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പേടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളതിൽ അല്പം ധൈര്യം കാണിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണും പൂട്ടി മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ എന്നല്ല പുള്ളി പറയുന്നത്. ബട്ട് സൂരജ് പറഞ്ഞതുപോലെ നമുക്കൊരു സ്റ്റോക്കിൽ അണ്ടർ വാല്യൂഡ് ആണെന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും വി മസ്റ്റ് ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. നമ്മൾ ആ ഒരു റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. ആൻഡ് നിരവധി സ്റ്റോക്സിൽ അങ്ങനത്തെ ഒരു അവസരം ഇപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രമേഷ് ദമാനി, നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ രാകേഷ് ദമാനി, രമേഷ് ദമാനിയൊക്കെ ഡിമാർട്ടിൻ്റെ ഡയറക്ടർ ബോർഡിലുള്ളവരാണ്. സാധാരണ രമേഷ് ദമാനിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വെൻ യു ഗെറ്റ് ദീസ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ഗോ ഔട്ട് ദെയർ, സെൽ യുവർ ഫാമിലി സിൽവർ ആൻഡ് ബൈ ഇൻ ട്രക്ക് ലോഡ്സ്. അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ലാസ്റ്റ് വരെയുള്ള മറ്റുള്ള സാധനങ്ങൾ വിൽക്കുക, ഇക്വിറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഇത് ജനങ്ങളെ ഞങ്ങൾ വേറെ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. രമേഷ് ദമാനി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ബൈ ഇൻ ട്രക്ക് ലോഡ്സ്. മേടിക്കുമ്പോൾ ട്രക്ക് ലോഡായിട്ട്, വെൻ യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ എ ക്വാളിറ്റി കമ്പനി, ഗോ ഔട്ട് ദെയർ. 1-2 മീനിങ് അല്ലാത്ത ഷെയർ മേടിക്കാതെ മീനിങ് ഫുൾ ക്വാണ്ടിറ്റി മേടിച്ച് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രദീപ്, കമ്മിങ് ബാക്ക് ടു ദ ബഡ്ജറ്റിൽ പൊതുവേ ഞാൻ പലയിടത്തും സംസാരം കണ്ടു. അതായത് കേരളത്തിലേക്ക് തന്നില്ല, അല്ലെങ്കിൽ ഇന്ന സംസ്ഥാനത്തിലേക്ക് തന്നില്ല, അത് കേരളത്തിനെ ഒഴിച്ചുവിട്ടു, ബീഹാറിലേക്ക് കൂടുതൽ കൊടുത്തു. സാധാരണ നമ്മളൊരു സെൻട്രൽ മിനിസ്റ്ററാണ്, ഞാനൊരു ഫിനാൻസ് മിനിസ്ട്രിയാണ്, എനിക്ക് 30 കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് 30 പേരുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഫാമിലി മാനാണെന്ന് തന്നെ വിചാരിക്കുക, എനിക്കൊരു 30 കുട്ടികളുണ്ട്. വീക്കായിട്ട് ആളെ സഹായിക്കുക എന്നുള്ളതല്ലേ നമ്മൾ കൂടുതൽ പറയുന്നത്. കേരളത്തിൻ്റെ സ്ഥിതി ഇത്രയും മോശമാണോ, അതോ ബീഹാറിൻ്റെ സ്ഥിതിയാണോ ഇത്രയും മോശം? ഇതിൽ 2 രീതിയിൽ ഇത് കാണാം. നാച്ചുറലി ദർ ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പൊളിറ്റിക്കൽ കമ്പൾഷൻ. ആൻഡ് ആ ഒരു പൊളിറ്റിക്കൽ കമ്പൾഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബീഹാർ ഇസ് ഗോയിങ് ടു ഇലക്ഷൻ. അതിൽ ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അലയൻസ് പാർട്ട്ണറുമാണ് NDAയുടെ. ആബ്സല്യൂട്ട്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു അല്പം ഫേവർ വന്നിട്ടുണ്ട്. ബട്ട് അതുകൊണ്ട് കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നത് ഐ ഡോണ്ട് നെസസറി എഗ്രി വിത്ത് ഇറ്റ്. അങ്ങനെ ആണെങ്കിൽ ഉത്തരാഖണ്ഡിനും ജാർഖണ്ഡിനും രാജസ്ഥാനും ഒക്കെ പറയാം ഞങ്ങൾക്കും ഒന്നും കിട്ടിയില്ല എന്ന്. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളുണ്ട്. സോ ബീഹാർ ഈസ് ഓൺലി വൺ ഓഫ് ദെം. ആൻഡ് നമ്മൾ നോക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് വൺ സ്റ്റേറ്റ്. നമ്മൾ ഓവറോൾ ഇക്കോണമി അല്ലെങ്കിൽ ഓവറോൾ ഇന്ത്യക്ക് എന്ത് ഗുണം ചെയ്യുമെന്ന് ഐ എം മോർ കൺസേൺഡ്. ഈവൻ നമ്മൾ 10 കൊല്ലം മുമ്പേയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സുകളിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ, എന്തിന് അങ്ങോട്ടുള്ള റോഡുകൾ പോലും ഇല്ലായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവിടെ നിന്നൊക്കെ മാറി മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ കാശ്മീർ പോലത്തെ സ്റ്റേറ്റുകളും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സുകളും നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിലേക്ക് തരുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ ബാലൻസ് ഷീറ്റ് ഭയങ്കരമായിട്ട് നന്നാക്കി എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ വേറൊരു ക്രിറ്റിസിസം ആയിട്ടുള്ള, മേ ബി സർക്കാസം ആണോ എന്നും എനിക്കറിയില്ല, സാധാരണ നമ്മൾ ബഡ്ജറ്റിൽ ഇപ്പോൾ കണ്ട അനാലിസിൽ കൂടുമ്പോൾ ഡിഫൻസിന് കൊടുത്തില്ല, റൈറ്റ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ട വിധത്തിൽ വന്നില്ല. അത് പറയേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും നിർമ്മല സീതാരാമൻ ഒരു വേർഡാണ് ഇതിന് യൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും പ്രദീപിനെ പോലത്തെ ബ്രില്യൻ്റ് ആയിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നോട്ട് ചെയ്ത് കാണും. ഉദാഹരണത്തിന് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പറയാം, ഗവൺമെൻറ് 2-3 കൊല്ലം മുമ്പേ ഫസ്റ്റ് അസറ്റ് മോണറ്റൈസേഷൻ പ്ലാൻ കൊണ്ടുവന്നിരുന്നു.
ഈ ഫസ്റ്റ് അസറ്റ് മോണിറ്റൈസേഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് കയ്യിലുള്ള അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു അസറ്റ്, അതൊരു ലാൻഡ് പ്രോപ്പർട്ടി ആയിരിക്കാം, റിയൽ എസ്റ്റേറ്റ് ആവാം, ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ നിത്യോപയോഗത്തിന് യൂസ് ചെയ്യാത്ത, അതായത് ഗവൺമെൻറ്റിൻ്റെ റണ്ണിങ്ങിന് യൂട്ടിലൈസേഷൻ ഇല്ലാത്ത അസറ്റുകൾ വിറ്റാണ് ഗവൺമെൻറ് പൈസ ഉണ്ടാക്കിയിരുന്നത്. ഇതിൻ്റെ കൂടെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഡിസ്കഷന് വേണ്ടി മാറ്റിവെക്കാം. അസറ്റ് മോണിറ്റൈസേഷൻ പ്ലാൻ ആദ്യത്തെ ഫസ്റ്റ് പ്ലാനിൽ ഏതാണ്ട് 6 ലക്ഷം കോടിയാണ് ഗവൺമെൻറ് സമാഹരിച്ചത്. അതിൽ കൂടെയാണ് 2-3 കൊല്ലമായിട്ട് ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറും ഡിഫൻസും ചെയ്തത്. ഇപ്രാവശ്യം നിർമ്മലാ സീതാരാമൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. 10 lakh crores 10 lakh crores അസറ്റ് മോണിറ്റൈസേഷൻ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. നമ്മുടെ പല പത്രങ്ങളും പല മീഡിയയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പല എക്സ്പേർട്സും നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലായി ഡിഫൻസിന് കൊടുത്തില്ല, ഇൻഫ്രാസ്ട്രക്ചർ. എവിടെ നിന്നാണ് ഈ പൈസ വരുന്നത്? അസറ്റ് മോണിറ്റൈസേഷൻ പ്ലാൻ. അസറ്റ് മോണിറ്റൈസേഷൻ പ്ലാൻ 6 10 ലക്ഷം ആയിക്കഴിഞ്ഞാൽ, 10 ലക്ഷം കോടി ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഫയർ ചെയ്യില്ലേ? ഇറ്റ് വിൽ ഫയർ ഓൺ ഓൾ സിലിണ്ടേഴ്സ്. വാട്ട് യു സേ പ്രദീപ്? ആബ്സല്യൂട്ട്ലി. സോ ഇത് ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന പല പബ്ലിക് സെക്ടർ കമ്പനീസ് ഉണ്ട്, ഒത്തിരി അസറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സോ ഹൈവേസ് മോണിറ്റൈസ് ചെയ്യാം, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് മോണിറ്റൈസ് ചെയ്യാം. പബ്ലിക് സെക്ടർ കമ്പനീസിൻ്റെ കൈവശമുള്ള ലാൻഡ് നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതിൻ്റെ ഫൈൻ പ്രിൻ്റ് നമ്മൾ തീർച്ചയായിട്ടും വി ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. ഓക്കെ, ഇതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാമോ? ഭാരത് BEML എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, PSU ആണ്. ആ PSU കമ്പനിയിൽ നിന്ന് അൺയൂസ്ഡ് ആയിട്ടുള്ള ലാൻഡ് BML ലാൻഡ് അസറ്റ്സ് എന്ന് പറഞ്ഞ് അവർ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, നമ്മളൊരു അക്കാഡമിക് പർപ്പസിന് വീണ്ടും പറയുകയാണ്. അതായത് ഗവൺമെൻറ് ലോങ്ങർ ടേം സ്ട്രാറ്റജിയാണ് പറയുന്നത്. അവർക്ക് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടാക്സ് കളക്ഷനിൽ നിന്നോ ഇൻഡയറക്റ്റ് ടാക്സ് കളക്ഷനിൽ നിന്നോ GST ഒന്നോ മാത്രമല്ല, ലാൻഡ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും അത് റീഡ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ബഡ്ജറ്റിലും അതിന് മുമ്പുള്ള ബഡ്ജറ്റിലും അതിൻ്റെ യൂട്ടിലൈസേഷൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 10 ലക്ഷം രൂപയാണ് അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. ഓരോ മിനിസ്ട്രിക്കും എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഇനി ഫൈൻ പ്രിന്റിലോ ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. BEML ലാൻഡ് അസറ്റ്സ് അങ്ങനെ തന്നെയല്ലേ? മേ ബി ഈ ഒരു റോഡ് മാപ്പ് വെച്ചിട്ടായിരിക്കാം BEMLൻ്റെ ലാൻഡ് അസറ്റ്സ് സെപ്പറേറ്റ് കമ്പനിയാക്കി. ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് മാത്രം കാണാമോ പ്രദീപ്? അതേപോലെ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇതേപോലെ ഗവൺമെന്റ് ഇരിക്കുന്ന നല്ല അസറ്റ് ആയിട്ട് PSU കമ്പനീസിന്റെ ലാൻഡ് അസറ്റ്സും അൺയൂസ്ഡ് ആയിട്ടുള്ള അസറ്റ്സും മാറാനുള്ള ഒരു ടെൻഡൻസി ഇനി വളരെ ഹൈ അല്ലേ? തീർച്ചയായിട്ടും. സോ അതിൽ 2 എക്സ്പെരിമെൻറ്റ്സ്. ഒന്ന് തീർച്ചയായിട്ടും BML ലാൻഡ് അസറ്റ് കമ്പനി, അതുപോലെ തന്നെ 2 വർഷം മുൻപ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ലാൻഡും ഒരു സെപ്പറേറ്റ് കമ്പനിയിലോട്ട് മാറ്റിയിരുന്നു. And naturally it's a lot of opportunity there. ഇപ്പോൾ കേരള ബേസ്ഡ് FACT നോക്കുകയാണെങ്കിൽ I think FACT has got lot of surplus land. HMT has got a lot of surplus land. സോ ഇതൊക്കെ എങ്ങനെ മോണിറ്റൈസ് ചെയ്യുമോ ഇതെല്ലാം സ്പെക്കുലേറ്റീവ് തലത്തിലുള്ള. ബട്ട് ഐ തിങ്ക് we have got to watch the government is going in the right direction and അത് എന്തെങ്കിലും ചെയ്യും. തീർച്ചയായിട്ടും എന്തെങ്കിലും ഗവൺമെന്റ് ചെയ്തിരിക്കും. ആക്ച്വലി എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് 2021 അവർ ഏതാണ്ട് 2.8 lakh crore ആണ് ഗവൺമെൻറ് ഒരു ടാർഗറ്റ് വെച്ചിരുന്നത്. 6 lakhs crore അവർ മാർക്കറ്റിൽ നിന്ന് അസറ്റ് മോണിറ്റൈസേഷനിലൂടെ നേടി. അത് 2.5 lakh crore ഏതാണ്ട് 2.3 lakh ഒക്കെ അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ട്. അത് കഴിഞ്ഞുള്ള സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഇയറിൽ 1.8 lakh crore ആണ് അവർ നീക്കി വെച്ചത്. അതിൽ ഏതാണ്ട് 1.56 lakh നിയർ ടു 1.6 അവർ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എന്താണോ അവരുടെ പ്ലാൻ അതിൽ സ്റ്റിക്ക് ചെയ്തിട്ട് നിയർ ടു ദാറ്റ് അവർ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് വായിച്ചോട്ടെ. സാധാരണ നിതിൻ ഗഡ്കരി ജി നമുക്ക് നല്ലൊരു റോഡ് മിനിസ്റ്റർ ഉണ്ട്. അദ്ദേഹം ഒരു എന്താ പറയുക ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. ഇത് വളരെ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. എനിക്ക് തോന്നുന്നു പ്രീ ബഡ്ജറ്റ് സെഷനിൽ നമ്മളത് ഡിസ്കസ് ചെയ്തു എന്ന് തോന്നുന്നു. അതായത് ലോജിസ്റ്റിക്സ് കോസ്റ്റ് ഇൻ ഇന്ത്യ ഈസ് അറൌണ്ട് 16% ഓഫ് ദ GDP. ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. ഇന്ത്യയിൽ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു അഫെയർ ആണ്. നമ്മളൊരു ഡെവലപ്പ് കൺട്രിയോ അല്ലെങ്കിൽ മറ്റൊരു ഡെവലപ്പിംഗ് കൺട്രിയോ നോക്കുമ്പോൾ ആ 15 to 16% എന്ന് 8 to 9% ആക്കി കുറയ്ക്കും. അതൊരു മാസീവ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ് പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും വരണമെന്നുണ്ടെങ്കിൽ അതിന് ബാക്കപ്പ് ചെയ്ത് വരാമെന്നുള്ളത് ഒരു നല്ല റോഡ്സ് കൊണ്ടുവരിക, നല്ല പോർട്ട് കൊണ്ടുവരിക, നല്ല എയർപോർട്ട് കൊണ്ടുവരിക, റെയിൽവേ സ്ട്രക്ചർ മാറ്റുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിലേക്ക്, കാര്യം ബഡ്ജറ്റ് മാത്രമല്ലല്ലോ ഒരു ഗവൺമെൻറ് പോളിസി കൊണ്ടുവരുന്നത്, ഗവൺമെൻറ് അല്ലാത്ത എക്സിക്യൂട്ടീവ് ഡിസിഷൻസ് ഇനി വരുന്ന ദിവസങ്ങളിലും ഇനി വരുന്ന മാസങ്ങളിലും ഒക്കെ കൊണ്ടുവരാം. ബഡ്ജറ്റ് ഈസ് ജസ്റ്റ് എ ഫ്രെയിം വർക്ക്. നമ്മളിവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ബഡ്ജറ്റിലെല്ലാം പറയണം, പറഞ്ഞില്ലെങ്കിൽ ബഡ്ജറ്റ് മോശമായി എന്നുള്ളതാണ്. ബട്ട് ദ ഗവൺമെൻറ്റിൻ്റെ ഒരു ശൈലി വെച്ചിട്ട് ബഡ്ജറ്റ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് പിന്നെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ആയാലും ശരി, ഒരു പോർട്ടിൻ്റെ കാര്യത്തിലായാലും. ഡു യു തിങ്ക് ദാറ്റ് ഈ ഗഡ്കരിയുടെ ഒരു ഡ്രീം
അതായത് ഗഡ്കരിയുടെ ഡ്രീം മാത്രമല്ല, ഇന്ത്യൻ എക്കണോമി ഒറ്റുനോക്കുന്നതും ഇന്ത്യൻ ബിസിനസ്സുകളും ഒറ്റുനോക്കുന്നതുമായിട്ടുള്ള ഈ ഡിസിഷൻ, അതായത് 16%, 8% അല്ലെങ്കിൽ സിംഗിൾ ഡിജിറ്റിലേക്ക് കൊണ്ടുവരിക. ഇറ്റ് ഈസ് ഗോട്ട് ബി മാസീവ്, ജസ്റ്റ് ലൈക്ക് 12 lakh വരെ ടാക്സ് ഇല്ല എന്ന് പറയുന്നത്. ഡു യു തിങ്ക് that will happen, that dream will be realized in another 3 to 4 years? The minister said 2 years. Minister said 2 years. See, Gadkarijiയെ കുറിച്ച് പറയുകയാണെങ്കിൽ he is a minister who does things. So result oriented. He is a performer and taskmaster. Absolutely. It's a nice ambitious target, and തീർച്ചയായിട്ടും അങ്ങനെ ഒരു ambitious target സെറ്റ് ചെയ്യുമ്പോഴേക്കും 16-ൽ നിന്നും even if it drops to 14% or 13%, it is still a very, very big achievement. And anything above that, നമുക്കൊരു ബോണസ് ആയിട്ട് കരുതാം. പ്രദീപ്, we are nearing to the close of the show. ഫൈനലി ഞാനും പ്രദീപും ഇന്ന് പാർട്ടി ചെയ്യാണ്. അതായത് നമ്മൾ പ്രീ ബഡ്ജറ്റിൽ തുടങ്ങി പ്രേക്ഷകരുടെ മുന്നിൽ പല കാര്യങ്ങളും അവതരിപ്പിച്ചു. ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള തിങ്കിങ് പ്രോസസ്സ് നമ്മൾ ബഡ്ജറ്റിന് വേണ്ടി കൊണ്ടുവന്നു. മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് സംസാരിച്ചു. നൗ we stretched our neck out and say that this is one of the finest budget we have seen. I hope you agree with me. അല്ലേ? അവിടെ നിന്ന് നമ്മൾ ലാസ്റ്റ് ഫേസിലേക്ക്, നമ്മൾ ഇനി മറ്റുള്ള ദിവസങ്ങളിലായിരിക്കും ഇനി വീണ്ടും ഈ ടേബിളിലേക്ക് വരിക, പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരിക. ഇവിടെ നിന്ന് മാർക്കറ്റ് എങ്ങനെയായിരിക്കും ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ, ഒരു ട്രേഡർ അവർ അപ്രോച്ച് ചെയ്യേണ്ട രീതി. ഇപ്പം നമുക്ക് ടാക്സിൻ്റെ ബെനിഫിറ്റ്സും കൂടെ അടുത്ത കൊല്ലം കിട്ടും. ഇതിനു മുമ്പേ നമ്മുടെ ഡെസ്ക് ഷെയർ ചെയ്തിരുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് എക്സ്പേർട്സും പറഞ്ഞത് നിങ്ങൾക്ക് ടാക്സ് ഹാർവെസ്റ്റ് ചെയ്ത് ലോസ് ബുക്ക് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പ്രദീപ്, 1 minute, എങ്ങനെയാണ് മാർക്കറ്റിനെ കാണേണ്ടത്, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? പ്ലീസ്, ഓവർ ടു യു. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു ഇവൻറ്റും കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. വരുന്ന ആഴ്ച തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് യോഗം കൂടും. സോ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഒരു 0.5% റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് നിരക്ക് കുറയ്ക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓർ അറ്റ്ലീസ്റ്റ് ദേ വിൽ ഇൻഡിക്കേറ്റ് ദാറ്റ് വരും മാസങ്ങളിൽ അത് കട്ട് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള സാധ്യത അക്കോർഡിംഗ് ടു മീ 0%. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആസ് എൻ ഇൻവെസ്റ്റർ നമ്മുടെ കൈവശം ഈ എക്സ്ട്രാ പണം കൈവശമുണ്ട്. നമ്മളത് എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും? ഒന്നല്ലേ നമുക്ക് ചിലവാക്കിയാൽ ഗവൺമെൻറ് ഇസ് ഹാപ്പി, GST കളക്ഷൻ കൂടും, കോർപ്പറേറ്റ്സ് ആർ ഹാപ്പി ബിക്കോസ് ദേ ആർ സെല്ലിംഗ് മോർ, പ്രോഫിറ്റ്സ് വർദ്ധിക്കും. സെക്കൻഡ് വൺ ഇസ് ദാറ്റ് ആസ് എൻ പേഴ്സൺ ഹു ഡസ് നോട്ട് വോണ്ട് ടു സ്പെൻഡ്, ഞാൻ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ 5-6% ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. Compared to that, the market is undervalued according to me. Go there and buy yourself. പക്ഷേ ചെയ്യുന്ന സമയത്ത് ഒന്നില്ല നമ്മൾ ഒറ്റയ്ക്ക് അനലൈസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം, അതല്ലെങ്കിൽ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് വഴി ചെയ്യണം. ബോത്ത് വേസ് ആർ ഗുഡ്. But your final statement is go out there and buy. ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തതുപോലെ സ്റ്റഡി ചെയ്യുക, പഠിക്കുക മാർക്കറ്റ്, ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ബ്ലൈൻഡ് ആയിട്ട് കയറി ഇൻവെസ്റ്റ് ചെയ്യരുത്. ക്വാളിറ്റി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്രദീപ് പറയുന്നത്. താങ്ക് യു സോ മച്ച് പ്രദീപ്. ഇവിടെ ബഡ്ജറ്റ് ഷോ നമ്മുടെ ഇവിടെ നിൽക്കുന്നില്ല, നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. പ്രേക്ഷകർക്ക് നന്ദി. കീപ് വാച്ചിങ് MyFin TV ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, വാച്ച് ചെയ്യുക ഇൻട്രസ്റ്റിംഗ് ന്യൂസിന് വേണ്ടിയിട്ട്. താങ്ക് യു. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻസൈറ്റ്സ് എപ്പോഴും എവിടെ നിന്നും അറിയാൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും, മറക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. ഇത്തവണത്തെ ബഡ്ജറ്റ് ഡേയിൽ MyFin TV പുതിയ ചരിത്രം കുറിക്കുകയാണ്. 100 കണക്കിന് ചാനലുകൾ ബഡ്ജറ്റ് തത്സമയ സംപ്രേഷണം മാത്രം ചെയ്യുമ്പോൾ അതിൽ നിന്നും വേറിട്ടൊരാശയവുമായി MyFin TV പ്രേക്ഷകർക്കിടയിലേക്ക് എത്തുന്നു. ബഡ്ജറ്റ് ഡേയിൽ ബഡ്ജറ്റ് തത്സമയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളെ കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്ത് ടീം MyFin ലൈവായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതിനായി അണിനിരക്കുന്നത് MyFinലെ പരിചയസമ്പന്നരായ പ്രഗത്ഭരാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് രംഗത്ത് 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള പ്രദീപ് ചന്ദ്രശേഖർ, ബിസിനസ് ജേർണലിസത്തിൽ 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള MyFin TV ബിസിനസ് എഡിറ്റർ ജെയിംസ് പോൾ, ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെ ഫണ്ട് മാനേജ്മെന്റിൽ 20 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള സൂരജ് എസ് നായർ. ഇവർക്കൊപ്പം ബിസിനസ് ലൈവ് ഡെസ്കുകളിലെ എക്സ്പേർട്സ് ടീമിനൊപ്പം ഞങ്ങളുടെ 80-ലധികം എംപ്ലോയീസ് കൂടി ഒരുമിക്കുമ്പോൾ കൃത്യമായ വിലയിരുത്തലുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന ലൈവ് രാത്രി 8 മണി വരെ നീളുന്നു.
സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻകം ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻസ് തുടങ്ങി ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ബജറ്റിന് ശേഷമുള്ള സമഗ്രമായ വിലയിരുത്തലുകളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. കാണുക നിങ്ങളുടെ സ്വന്തം മൈഫിൻ ടിവിയിൽ ഫെബ്രുവരി 1 ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ. ബഡ്ജറ്റ് സെറ്റ് ഗോ 2025-26. പണം പോകാതെയും ഇനി പവർ വരും. ഡൗൺലോഡ് ചെയ്യൂ മൈഫിൻ ടിവി ആപ്പ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൊതുവെ ധനമന്ത്രിമാരാണല്ലോ. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയെന്നറിയാം? പലർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായി ഒന്ന് പറഞ്ഞേക്കാം. 1958 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, 1970 ഇന്ദിരാഗാന്ധി, 1987 രാജീവ് ഗാന്ധിയും ബജറ്റ് അവതരിപ്പിച്ചു. അതൊരു ചരിത്രമായി മാറി. ഇവിടെ മൈഫിൻ ടിവിയും ചരിത്രം കുറിക്കുകയാണ്. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം ആദ്യമായിട്ട് പ്രസന്റ് ചെയ്ത ബഡ്ജറ്റ് 1947 നവംബർ 26-നാണ്. അതിനുശേഷം ഇങ്ങോട്ട് മാറി മാറി വരുന്ന ഗവൺമെന്റ് എല്ലാ വർഷവും സ്ഥിരമായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഡ്യൂറേഷൻ കൊണ്ട് ശ്രദ്ധ നേടിയ ബഡ്ജറ്റാണ് 2020-21 ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് 2 hours 42 minutes വരെ നീണ്ടുനിന്നു. So I rise, with your permission, to present a statement of the estimated receipts and expenditure of the Government of India for the year 2020-2021. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും ഡ്യൂറേഷൻ പോയതെന്ന് പല മീഡിയ ചാനൽസ് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും നിർമ്മല സീതാരാമൻ ഇതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഇത്തവണത്തെ ബഡ്ജറ്റ് ഡ്യൂറേഷൻ കൂടുതലാണെന്നറിയാം, അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നാൽ ഓരോ സെക്ടറുകൾക്കും അത്രത്തോളം വിശകലനം ആവശ്യമുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് ഇത്രയും സമയമെടുത്തത്. കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിക്കും മുൻപ് അത് ചോരുക എന്ന് പറഞ്ഞാൽ അതൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. ഇന്ത്യൻ യൂണിയൻ ബഡ്ജറ്റിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്നാൽ ഉണ്ട്. 1950-51 ബഡ്ജറ്റിലാണ് സംഭവം. കേന്ദ്ര ബഡ്ജറ്റ് അച്ചടി സമയത്ത് അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അന്നത്തെ ധനമന്ത്രി ജോൺ മത്തായി പാർലമെന്റിൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് അത് ചോർന്നത്. ഈ ചോർച്ചയെ തുടർന്ന് പിന്നീട് വന്ന ബഡ്ജറ്റിന്റെ അച്ചടി രാഷ്ട്രപതി ഭവനിൽ നിന്ന് മിന്റോ റോഡിലേക്ക് മാറ്റി. 1980 ശേഷം ബഡ്ജറ്റ് അച്ചടിക്കുന്നത് നോർത്ത് ബ്ലോക്ക് ബേസ്മെന്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാമ്പത്തിക സംശയ നിവാരണങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈഫിൻ ടിവി ആപ്പ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഫെബ്രുവരി 1 രാവിലെ 11 മണിക്കാണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. 1999 വരെ ഫെബ്രുവരി മാസത്തിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ വൈകുന്നേരം 5 മണിക്കായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത്. ആ സമയം ഇന്നത്തെ പോലെ ചേഞ്ച് ആക്കിയത് 2000 മില്ലേനിയം ബഡ്ജറ്റ് അവതരിപ്പിച്ച ഫിനാൻസ് മിനിസ്റ്റർ യശ്വന്ത് സിൻഹയാണ്. ഏതായാലും അതെല്ലാം കൊണ്ടും കൂടുതൽ സൗകര്യപ്രദമായി. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ 1 മുതൽ തന്നെ നടപ്പിലാക്കാൻ സാധിച്ചു. ബഡ്ജറ്റിന് മുന്നേ നടക്കുന്ന പ്രിന്റിംഗ് അതീവ സുരക്ഷയുള്ള ഒരു പ്രോസസ്സാണ്. കാരണം ആ വർഷത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ അച്ചടിക്കുന്ന പ്രോസസ്സാണ്. ആ പ്രിന്റുകൾ നോക്കി വായിച്ചാണ് ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ലാതെ പൂർണ്ണമായും ഡിജിറ്റലൈസ്ഡ് ആയി ബഡ്ജറ്റ് അവതരിപ്പിച്ച വർഷം ഏതാന്ന് ഓർമ്മയുണ്ടോ? കോവിഡ് എന്ന മഹാമാരി ലോകത്തെ വിറപ്പിച്ച് 2021-22 ബഡ്ജറ്റാണ് ഡിജിറ്റലൈസ് ചെയ്തത്. ഈ കോവിഡ് എല്ലാ മേഖലയെയും ബാധിച്ചെങ്കിലും അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്ത മേഖലകളിലൊന്ന് ടൂറിസം ആയിരുന്നു. പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഒരുമിച്ച് സംഗമിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസുകൾ പഴയ പടിയാവാൻ നമുക്ക് ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. തൊട്ടടുത്ത വർഷം ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ടൂറിസം സെക്ടറിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായി 2400 കോടി രൂപയാണ് കേന്ദ്ര ബഡ്ജറ്റിൽ നീക്കിവച്ചത്.
അത് ടൂറിസം മേഖലയ്ക്ക് ഒരു വലിയ ആശ്വാസമായി. കേന്ദ്ര ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ തവണ പ്രസന്റ് ചെയ്തിട്ടുള്ള ധനമന്ത്രി ആരാണെന്ന് അറിയാമോ? 1962 മുതൽ 69 വരെ തുടർച്ചയായി 10 വർഷങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിച്ച അന്നത്തെ ധനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിക്കാണ് ആ റെക്കോർഡ്. തൊട്ടുപിറകിൽ 9 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഫിനാൻസ് മിനിസ്റ്റർ പി ചിദംബരവും അതിന് പിറകിലായി ഒരുപക്ഷെ ഈ റെക്കോർഡുകളെല്ലാം തിരുത്തിയേക്കാവുന്ന നിലവിലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുള്ളത്. Level up your financial game with MyFin TV. Download the app now. Innovate your financial knowledge with the latest updates on MyFin TV. Download the app now. ഇന്ത്യയിൽ ആദ്യമായി ബിസിനസ് ഫിനാൻസ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളും രാജ്യത്തിലെ വിവിധ പ്രാദേശിക ഭാഷകളിൽ വെബ്, ആൻഡ്രോയിഡ്, iOS, OTT എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ബിസിനസ് ഡിജിറ്റൽ TV, MyFin TV. സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് പേഴ്സണൽ ഫിനാൻസ്, ഇൻഷുറൻസ്, ബാങ്കിംഗ്, എക്കണോമിക് ന്യൂസ്, ബിസിനസ്, NRI, ടെക്നോളജി തുടങ്ങിയവ, ഷോർട്സ് റീൽസ്, ലൈവ് ഷോസ്, പ്രോഗ്രാംസ്, ന്യൂസ് അപ്ഡേറ്റ്സ്, ട്വീറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോസ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഫോർമാറ്റുകളിൽ MyFin TV നിങ്ങൾക്കായി അവതരിപ്പിക്കും. പ്രൊഫഷണൽസ്, ബിസിനസ്സുകാർ, വിദ്യാർത്ഥികൾ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കർഷകർ, ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപന ജീവനക്കാർ, വീട്ടമ്മമാർ തുടങ്ങിയ എല്ലാവർക്കും അവരുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള 1 point സൊല്യൂഷനാണ് MyFin TV. MyFin TV, leading to wealth. നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആദായ നികുതി ഇളവിൽ ചരിത്ര പ്രഖ്യാപനവുമായി കേന്ദ്ര ബജറ്റ്. 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇനി നികുതി അടയ്ക്കേണ്ട. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കടുത്ത അവഗണന. പ്രത്യേക സാമ്പത്തിക പാക്കേജുകളില്ല. ധനക്കമ്മി ലക്ഷ്യം GDP-യുടെ 4.4% നിർമ്മല സീതാരാമൻ. നടപ്പ് ധനക്കമ്മി 4.8% പരിഷ്കരിച്ചു. ഇൻഷുറൻസ് മേഖലയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 100%. സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകി കേന്ദ്ര ബജറ്റ്. 5 ലക്ഷം വനിതാ സംരംഭകർക്കായി പുതിയ പദ്ധതി. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം ഓഹരി വിപണിയിലെ വാർത്തകളിലേക്കാണ്. വിപണിയിലെ ഇന്നത്തെ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും റമീസ് അഹമ്മദ് ചേരുന്നു. റമീസ്, വിപണിയിലെ ഇന്നത്തെ ക്ലോസിംഗ് നില എങ്ങനെയാണ്? ബജറ്റ് ദിനത്തിലെ പ്രത്യേക വ്യാപാരത്തിൽ ആഭ്യന്തര വിപണി സമ്മിശ്രമായാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 5.39 പോയിന്റ് ഉയർന്ന് 77,595.96-ലും നിഫ്റ്റി 26.25 പോയിന്റ് ഇടിഞ്ഞ് 23,452.15-ലുമായിരുന്നു ക്ലോസ് ചെയ്തത്. സെൻസെക്സിൽ സൊമാറ്റോ, മാരുതി, ITC ഹോട്ടൽസ്, ITC മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഏഷ്യൻ പെയിന്റ്സ്, ടൈറ്റൻ ഓഹരികൾ നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തത്. പവർ ഗ്രിഡ്, L&T, NTPC, അൾട്രാടെക് സിമെന്റ്, HCL ടെക്, ഇൻഫോസിസ്, അദാനി പോർട്സ് എന്നീ ഓഹരികൾ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്ന നഷ്ടത്തിലാണ്. ഏഷ്യൻ വിപണികൾക്ക് ഇന്ന് അവധിയായിരുന്നു. റമീസ്, സെക്ടറൽ സൂചികളുടെ ഇന്നത്തെ ഒരു നിലവാരം എങ്ങനെയാണ്?
സെക്ടറൽ സൂചികയിൽ നിഫ്റ്റി റിയൽറ്റി സൂചികയായിരുന്നു ഇന്നത്തെ വ്യാപാരത്തിൽ ഏറ്റവും വലിയ നേട്ടം രേഖപ്പെടുത്തിയത്. 4% ഉയർന്നായിരുന്നു സൂചിക എന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾ സൂചിക 2.6% ഇന്നത്തെ വ്യാപാരത്തിൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റി ഓട്ടോ സൂചിക 1.7% ഉയർന്നായിരുന്നു ക്ലോസ് ചെയ്തത്. FMCG സൂചിക 3.5%-ലധികം ഇന്നത്തെ വ്യാപാരത്തിൽ ഉയർന്നിരുന്നു. ക്യാപിറ്റൽ ഗൂഡ്സ്, പവർ, പൊതുമേഖല സൂചികൾ 2%-ലധികം ഇടിഞ്ഞായിരുന്നു ഇന്ന് ക്ലോസ് ചെയ്തത്. BSE മിഡ് ക്യാപ് 0.3%, സ്മോൾ ക്യാപ് സൂചിക 0.3% ഇന്നത്തെ വ്യാപാരത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ വിക് സൂചിക 13.24% ഇടിഞ്ഞ് 14.1-ലായിരുന്നു ക്ലോസ് ചെയ്തത്. ഇതോടൊപ്പം കേരള കമ്പനികളുടെ ഇന്നത്തെ ഒരു പെർഫോമൻസിനെ ചുരുക്കത്തിൽ എങ്ങനെ വിലയിരുത്താം? കൂടുതൽ പേരെ പുതിയ നികുതി സ്കീമിലേക്ക് ആകർഷിക്കുക, സമ്പദ് വ്യവസ്ഥയ്ക്ക് കമ്പനികൾ വീഗാർഡ് ഓഹരികളായിരുന്നു ഇന്ന് ഏറ്റവും വലിയ നേട്ടം രേഖപ്പെടുത്തിയത്. 5.75% ഉയർന്ന ഓഹരികൾ 385.4-ലായിരുന്നു ക്ലോസ് ചെയ്തത്. ജിയോജിത്ത് ഓഹരികൾ 5.5%, നിറ്റാജലറ്റിൻ ഓഹരികൾ 2.94%, പോപ്പുലർ വെഹിക്കിൾസ് ഓഹരികൾ 2.84% ഇന്നത്തെ വ്യാപാരത്തിൽ നേട്ടം രേഖപ്പെടുത്തി. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികൾ 4.12% ഇടിഞ്ഞ് 1469 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. മുത്തൂറ്റ് ഫൈനാൻസ് ഓഹരികൾ 3.38%, ആസ്ട്രോ ഓഹരികൾ 3.27%, ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഓഹരികൾ 2.86% ഇന്നത്തെ വ്യാപാരത്തിൽ ഇടിഞ്ഞിരുന്നു. വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും റമീസ് അഹമ്മദ്. കേന്ദ്ര ബജറ്റിൽ വൻ ആദായ നികുതി ഇളവ് പ്രഖ്യാപിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആദായ നികുതിയുടെ പുതിയ സ്കീം തിരഞ്ഞെടുത്തവർ 12 ലക്ഷം രൂപ വരെ ഇനി നികുതി അടയ്ക്കേണ്ട. അതേസമയം പഴയ സ്കീം പിന്തുടരുന്നവർ നികുതി തുടർന്നും നൽകേണ്ടി വരും. കൂടുതൽ പേരെ പുതിയ നികുതി സ്കീമിലേക്ക് ആകർഷിക്കുക, സമ്പദ് വ്യവസ്ഥയ്ക്ക് പിന്തുണ കിട്ടാൻ ഉപഭോഗം വർദ്ധിപ്പിക്കുക. ഈ 2 ലക്ഷ്യങ്ങളാണ് നികുതി കുറച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒപ്പം മധ്യവർഗം തിങ്ങിപ്പാർക്കുന്ന ഡൽഹിയിലെ തെരഞ്ഞെടുപ്പും പ്രഖ്യാപനത്തിന് പിന്നിലുണ്ട്. നടപടിയിലൂടെ സർക്കാരിന്റെ നികുതി വരുമാനത്തിൽ ലക്ഷം കോടി രൂപയുടെ കുറവും ഉണ്ടാകും. നിലവിലെ നികുതിരഹിത പരിധി 7 ലക്ഷം രൂപയാണ്. എന്നാൽ ഇപ്പോൾ പുതിയ സ്കീം തെരഞ്ഞെടുത്തവർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപ ഉൾപ്പെടെ 12,75,000 രൂപ വരെ വാർഷിക വരുമാനത്തിന് നികുതി നൽകേണ്ടതില്ല. മൂലധന നേട്ടം ഈ ഇളവിന്റെ പരിധിയിൽ വരില്ലെന്നതും പ്രസക്തമാണ്. നികുതി അടയ്ക്കുന്നതിൽ കാലതാമസമുണ്ടായാൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകില്ലെന്ന പ്രഖ്യാപനവുമുണ്ട്. നവീകരിച്ച ആദായ നികുതി റിട്ടേണുകൾ നൽകാനുള്ള കാലാവധി 4 വർഷമാക്കി. ഒപ്പം മുതിർന്ന പൗരന്മാരുടെ TDS പരിധി 1 ലക്ഷമാക്കി. പുതിയ ഇൻകം ടാക്സ് ബിൽ അടുത്തയാഴ്ച ഉണ്ടാകുമെന്നും ധനമന്ത്രി പറഞ്ഞു. പഴയ സ്കീം പിന്തുടർന്നവർക്ക് 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെ 5% നികുതി തുടർന്നും നൽകേണ്ടി വരും. 8 മുതൽ 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് 10%, 12 മുതൽ 16 ലക്ഷം വരെ 15%, 16 മുതൽ 20 ലക്ഷം വരെ 20%, 20 ലക്ഷം മുതൽ 24 ലക്ഷം വരെ 25%-മാണ് നികുതി ബാധ്യത. 24 ലക്ഷത്തിന് മുകളിൽ 30%-ആണ് ഓൾഡ് സ്കീമിലെ ആദായ നികുതി ഘടന. ന്യൂസ് ഡെസ്ക് MyFin TV. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കടുത്ത അവഗണന. പ്രത്യേക സാമ്പത്തിക പാക്കേജും വയനാട് പുനരുദ്ധാരണത്തിനായുള്ള ധനസഹായവും പ്രതീക്ഷിച്ച സംസ്ഥാനത്തിന് കിട്ടിയത് പതിവ് നിരാശ. 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ്, വയനാട് പുനരുദ്ധാരണത്തിനായി 2,000 കോടി, വിഴിഞ്ഞം പദ്ധതിക്കായി 5,000 കോടി എന്നിവയൊക്കെയായിരുന്നു കേരളത്തിന്റെ പ്രതീക്ഷകൾ. 2 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും 3-ാം മോഡി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റായിട്ടും സംസ്ഥാനത്തെ പരിഗണിക്കുമെന്ന് കരുതി. ബീഹാർ ഒഴികെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങൾക്കും ഇതാണ് അവസ്ഥ. എന്നാൽ പൊതുവായി പ്രഖ്യാപിച്ച പല പദ്ധതികളിലും കേരളത്തിന് വിഹിതമുണ്ട് എന്നതാണ് ഒരാശ്വാസം. ഇതിൽ കേരളത്തിന്റെ പേര് ഭാഗികമായി പറഞ്ഞത് ഒറ്റ പദ്ധതിയിൽ മാത്രമാണ്. IIT-കൾക്കുള്ള പദ്ധതികളിൽ പാലക്കാട് IIT ഉണ്ട്. മറ്റൊന്ന് മൊത്തം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വായ്പയാണ്. 50 വർഷത്തേക്ക് പലിശരഹിത വായ്പയാണ് കേന്ദ്രം നൽകുന്നത്. ഇതിനാകെ വകയിരുത്തിയിരിക്കുന്നത് 1.5 ലക്ഷം കോടി മാത്രമാണ്. കാർഷിക പദ്ധതികളിലും സമുദ്രോൽപ്പന്ന ടൂറിസം പദ്ധതികളിലും കേരളത്തിന് അർഹമായ വിഹിതം കിട്ടുമെന്ന് കരുതാം. ന്യൂസ് ഡെസ്ക് MyFin TV. 2026 രാജ്യത്തെ ധനക്കമ്മി ലക്ഷ്യം GDP-യുടെ 4.4% ധനമന്ത്രി. നടപ്പ് സാമ്പത്തിക വർഷത്തെ ധനക്കമ്മി 4.8% പരിഷ്കരിച്ചു. 2026-ലും സാമ്പത്തിക അച്ചടക്കം തുടരുമെന്ന സൂചനയാണ് ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ നൽകിയത്. ധനക്കമ്മി GDP-യുടെ 4.4% കുറയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്.
മൂലധന ചെലവ് 11.21 ലക്ഷം കോടി രൂപയായിരിക്കും. അതേസമയം വർഷത്തിലെ മൊത്ത നികുതി പിരിവ് 11% വർദ്ധിച്ച് 42.7 ലക്ഷം കോടി രൂപയാകുമെന്ന പ്രതീക്ഷയും ധനമന്ത്രി പങ്കുവച്ചു. കോർപ്പറേറ്റ് നികുതി പിരിവിൽ 10.4% വർധനയാണ് കണക്കാക്കുന്നത്. 10.82 ട്രില്യൺ രൂപ ഈ ഇനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം വ്യക്തിഗത ആദായ നികുതി വരുമാനം 14.4% വർദ്ധിച്ച് 14.38 ട്രില്യൺ ആകുമെന്നും പ്രതീക്ഷിക്കുന്നു. GST വരുമാനം 11.78 കോടിയാകുമെന്നാണ് വിലയിരുത്തൽ. വിപണിയിൽ നിന്നുള്ള കടവും കുറവ് വരുത്താൻ ശ്രമമുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രം വിപണിയിൽ നിന്ന് 11.5 ട്രില്യൺ കടമെടുക്കും. ഇത് നടപ്പ് സാമ്പത്തിക വർഷം 11.62 ട്രില്യൺ ആണെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് MyFin TV. ഇൻഷുറൻസ് മേഖലയിൽ പൂർണ്ണതോതിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം. നിലവിലെ 74% വിദേശ നിക്ഷേപം 100%. ഇതിനായി ഇൻഷുറൻസ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കും. ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം വരുന്നതോടെ വൻകിട കമ്പനികൾക്ക് നേരിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രവേശിക്കാം. ഇത്തരത്തിൽ ആഗോള കമ്പനികളെ കൊണ്ടുവന്ന് വിപണി മത്സരം ശക്തിപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യം. പുതിയ നീക്കം കൂടുതൽ പേർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ സഹായിക്കുമെന്നും സർക്കാർ വിലയിരുത്തുന്നു. ഇന്ത്യയിൽ മുഴുവൻ പ്രീമിയവും നിക്ഷേപിക്കുന്ന കമ്പനികൾക്കാണ് ഈ വർദ്ധിച്ച പരിധി ലഭ്യമാവുക എന്ന വ്യവസ്ഥയും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ഏജന്റിന് തന്നെ പല കമ്പനികളുടെ പോളിസികൾ വിൽക്കാൻ അവസരം ലഭിക്കും. ഇതിനായി ഇൻഷുറൻസ് നിയമം, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നിയമം, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി നിയമം എന്നിവ ഭേദഗതി ചെയ്യാനാണ് ഒരുക്കം. ഇതോടെ വ്യക്തിഗത ഇൻഷുറൻസ് ഏജന്റുമാർക്ക് ഒന്നിലധികം കമ്പനികളുടെ പോളിസികൾ ഒരേ സമയം ചേർക്കാനാവും. ഒരു ലൈഫും പൊതു ഇൻഷുറൻസും എന്നതാണ് നയം. വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട നിലവിലെ നിയമങ്ങൾ ലഘൂകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് MyFin TV. ഇത്തവണയും സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകി കേന്ദ്ര ബജറ്റ്. 5 ലക്ഷം പുതിയ വനിതാ സംരംഭകർക്കായി പദ്ധതി പ്രഖ്യാപിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം പുതിയ വനിതാ സംരംഭകർക്ക് 2 കോടി രൂപ വരെ ടേം ലോണുകൾ നൽകുന്നതാണ് പദ്ധതി. അതോടൊപ്പം പട്ടികജാതി പട്ടികവർഗക്കാരായ സംരംഭകർക്കും പിന്തുണ നൽകും. രാജ്യത്തെ ബിസിനസ് വളർച്ചയെ പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനം. സ്റ്റാൻഡപ്പ് ഇന്ത്യ സംരംഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കീം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ബിസിനസ് മാനേജ്മെന്റിലും സംരംഭകത്വത്തിലും വൈദഗ്ധ്യമുള്ള സംരംഭകരെ സഹായിക്കുന്നതിന് ഓൺലൈൻ പരിശീലനവും വാഗ്ദാനം ചെയ്യും. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം 70% ഉയർത്താനും സർക്കാർ ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് MyFin TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് സ്വർണ്ണവിലയിലെ കുതിപ്പ് തുടരുന്നു. ഇന്ന് ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ ഗ്രാമിന് 7745 രൂപയും പവന് 61,960 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 6395 രൂപയിലെത്തി. എന്നാൽ ഇന്ന് വെള്ളി വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 101 രൂപ എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇലക്ട്രിക് വാഹന മേഖലയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യവുമായി ബജറ്റ്. നിർമ്മാണ ഘടകങ്ങൾ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പ്രോത്സാഹന പദ്ധതികൾ പ്രഖ്യാപിച്ചു. നിലവിൽ ബാറ്ററി നിർമ്മിക്കുന്നതിനുള്ള പ്രധാന ഘടകങ്ങളെല്ലാം ചൈന അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവയാണ്. ഇത് EV ബാറ്ററിയുടെ വില വർദ്ധിക്കാനിടയാക്കിയിരുന്നു. ഇതിനെ തടയിടാനാണ് EV നിർമ്മാണ ഘടകങ്ങൾക്ക് കസ്റ്റംസ് നികുതി ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന 12 ധാതുക്കളാണ് സർക്കാരിന്റെ നികുതി ഇളവ് പരിധിയിൽ വരുന്നത്. കോബാൾട്ട് പൗഡർ ആൻഡ് വേസ്റ്റ്, ലിഥിയം അയൺ ബാറ്ററി സ്ക്രാപ്പ്, ലെഡ്, സിങ്ക് എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടവ. ഒപ്പം മേഖലയിലെ 35 അസംസ്കൃത വസ്തുക്കൾക്കും നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. മോട്ടോർ, കൺട്രോൾ തുടങ്ങിയ സുപ്രധാന കോമ്പോണന്റുകളുടെ നിർമ്മാണത്തിന് സർക്കാർ പിന്തുണയുണ്ടാകും. ബാറ്ററി റീസൈക്ലിംഗ്, ചാർജിംഗ് സ്റ്റേഷനുകളുടെ നിർമ്മാണം തുടങ്ങിയ EV ഇക്കോസിസ്റ്റം രൂപീകരിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഉയർന്ന ശേഷിയുള്ള ബാറ്ററി നിർമ്മിക്കുന്നതിനും ബാറ്ററി സാങ്കേതികവിദ്യയിലെ നൂതന ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിനും പ്രത്യേക ശ്രമങ്ങളുണ്ടാകുമെന്നും ബജറ്റ് സൂചന നൽകുന്നു. ഇതോടെ EV വാഹനവില കുറയുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ന്യൂസ് ഡെസ്ക് MyFin TV. സംരംഭകർക്ക് പ്രതീക്ഷയേകി സ്റ്റാർട്ടപ്പുകൾ വളർത്താൻ വൻ പദ്ധതി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. ഇതിനായി 10,000 കോടി രൂപ നീക്കിവെക്കുമെന്നാണ് കേന്ദ്ര ധനമന്ത്രിയുടെ പ്രഖ്യാപനം. നവീകരണ പ്രക്രിയയിലൂടെ സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം.
ഇതുവരെ 1.5 ലക്ഷം സ്റ്റാർട്ടപ്പുകളെ വാണിജ്യ മന്ത്രാലയം അംഗീകരിച്ചിട്ടുണ്ട്. വനിതകൾ, SC/ST വിഭാഗങ്ങൾ എന്നിവരിലെ 5 ലക്ഷം പുതുസംരംഭകർക്കായി 2 കോടി രൂപ വരെ വായ്പ അനുവദിക്കും. 5 ലക്ഷം സ്ത്രീകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. അടുത്ത 5 വർഷമാണ് പദ്ധതിയുടെ കാലാവധിയെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. സ്റ്റാൻഡപ്പ് ഇന്ത്യയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടാകും പദ്ധതി നടത്തുക. സംരംഭകത്വ പരിശീലനമടക്കം സർക്കാർ നൽകും. നൈപുണ്യ വികസനത്തിന് 5 ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങും. രാജ്യത്തെ ചെരുപ്പ് നിർമ്മാണ മേഖലയുടെ പുനരുദ്ധാരണത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. ഉൽപാദനവും ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നതിനും വിപണിയിൽ പിടിച്ചു നിർത്തുന്നതിനുമായി ചെരുപ്പ് നിർമ്മാണ ലെതർ മേഖലയിൽ പ്രത്യേക നയം കൊണ്ടുവരും. ലെതർ അല്ലാത്ത തരം ചെരുപ്പുകളുടെ രൂപകൽപ്പന മെച്ചപ്പെടുത്തുന്നതിനും പുതിയ മെഷീനുകൾ കൊണ്ടുവരുന്നതിനും ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനുമായി പദ്ധതി ആവിഷ്കരിക്കും. 22 ലക്ഷം പേർക്ക് ഇതിലൂടെ തൊഴിലവസരങ്ങളും ഇതിന്റെ ഗുണവും ലഭിക്കുമെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക് MyFin TV. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിർമ്മിത ബുദ്ധി വ്യാപനത്തിനും ബജറ്റിൽ ഇത്തവണ വലിയ ഊന്നൽ നൽകിയിട്ടുണ്ട്. AI വിദ്യാഭ്യാസത്തിനായി പുതിയ കേന്ദ്രം സ്ഥാപിക്കുമെന്നും ഇതിനായി 500 കോടി രൂപ വകയിരുത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായി. അക്കാദമിക ഗവേഷണ രംഗത്ത് AI സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം. ആഗോള പങ്കാളിത്തത്തോടെ വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ മികവിന്റെ 5 AI കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികളും ധനമന്ത്രി പ്രഖ്യാപിച്ചു. അക്കാദമിക ഗവേഷണ രംഗത്ത് AI സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പദ്ധതികൾ. സാങ്കേതിക ഗവേഷണത്തിന് 10,000 ഫെലോഷിപ്പുകൾ നൽകും. IIT പാലക്കാട് ഉൾപ്പെടെ 2014 ശേഷം സ്ഥാപിതമായ 5 IIT-കളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേന്ദ്രം നിക്ഷേപം നടത്തും. IIT പാറ്റ്നയുടെ വികസനം യാഥാർത്ഥ്യമാക്കുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് MyFin TV. രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിലുള്ള എല്ലാ സർക്കാർ സ്കൂളുകളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ഇന്റർനെറ്റ് സേവനം ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ഭാരത് നെറ്റിന്റെ ബ്രോഡ്ബാൻഡ് പിന്തുണയോടെയാകും പദ്ധതിയെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള എല്ലാ ഗ്രാമങ്ങളിലും മിതമായ നിരക്കിൽ അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്താണ് ഭാരത് നെറ്റ് പദ്ധതി. കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സാങ്കേതികപരമായ വളർച്ചയുണ്ടാക്കി ഗ്രാമീണ സമൂഹത്തെ ശാക്തീകരിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതുവരെ 2,14,323 ഗ്രാമപഞ്ചായത്തുകളിൽ അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുകയും 6,92,676 കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സ്ഥാപിക്കുകയും ചെയ്തു. 12,21,014 ഫൈബർ ടു ഹോം കണക്ഷനുകളും 1,04,574 വൈഫൈ കണക്ഷനുകളും സ്ഥാപിച്ചു. സർക്കാർ സ്കൂൾ വികസനത്തിനും ഊന്നൽ നൽകുന്നതാണ് ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ്. ശാസ്ത്രീയ മനോഭാവവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ സ്കൂളുകളിൽ 50,000 അഡൽ ടിങ്കറിംഗ് ലാബുകൾ ആരംഭിക്കും. ഡിജിറ്റൽ കണക്ടിവിറ്റി ഉറപ്പുവരുത്തി വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന വിഭവങ്ങളിലേക്ക് വഴി തുറക്കുമെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് MyFin TV. കാർഷിക വാർത്തകൾ. കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിധി ഉയർത്തി. കാർഷിക മേഖലയ്ക്കുള്ള വായ്പ എളുപ്പത്തിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഫെസിലിറ്റേറ്റ് ഷോർട്ട് ടേം ലോൺസ്. കാർഷിക മേഖലയ്ക്ക് കരുതൽ നൽകിയ ബജറ്റാണ് ഇത്തവണത്തേത്. കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള ഹ്രസ്വകാല വായ്പ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തിയിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇത് 7.7 കോടി കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, ക്ഷീരകർഷകർ എന്നിവർക്ക് ഗുണം ചെയ്യും. കർഷകർക്ക് എളുപ്പത്തിൽ വായ്പ ഉറപ്പാക്കുകയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി കൃഷി യോജന വഴി അഗ്രി ഡിസ്ട്രിക്ട് പ്രോഗ്രാം അവതരിപ്പിക്കാനും തീരുമാനമുണ്ട്. ഭക്ഷ്യ എണ്ണകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനായി നാഷണൽ മിഷൻ ഫോർ എഡിബിൾ ഓയിൽ സീൽഡ് ആരംഭിക്കും. രാജ്യത്തിന്റെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടത്ര കൃഷി ചെയ്യാനുള്ള കഴിവ് നമ്മുടെ കർഷകർക്കുണ്ടെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് MyFin TV. കാർഷിക മേഖലയുടെ മുന്നേറ്റത്തിന് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പ്രഖ്യാപിച്ചു. 1.7 കോടി കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് പദ്ധതി. പ്രൈം മിനിസ്റ്റർ ധൻധാന്യ കൃഷി യോജന സംസ്ഥാനങ്ങളുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക. രാജ്യത്തെ 100 ജില്ലകൾക്കാണ് ആദ്യഘട്ടത്തിൽ സഹായം. കാർഷികോൽപാദനം കുറഞ്ഞ മേഖലയ്ക്ക് ധനസഹായം നൽകും. ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ധാന്യവിളകളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത 6 വർഷ മിഷൻ പ്രഖ്യാപിച്ചു. തുവര, ഉഴുന്ന്, മസൂർ എന്നീ ധാന്യങ്ങൾക്കായി പ്രത്യേക പദ്ധതിയും ബജറ്റിലുണ്ട്. കർഷകരിൽ നിന്ന് ധാന്യം ശേഖരിക്കും. ഇവരുടെ വിപണനം ഉറപ്പാക്കും. കൂടാതെ പച്ചക്കറികൾക്കും പഴങ്ങൾക്കും സംസ്ഥാനങ്ങളുമായി ചേർന്ന് പദ്ധതി രൂപവൽക്കരിക്കും. ബീഹാറിൽ മക്കാന ബോർഡ് സ്ഥാപിക്കാനുള്ള പ്രഖ്യാപനവുമുണ്ട്. ഇതുവഴി മക്കാനയുടെ ഉൽപാദനവും വിപണനവും വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം. കൂടാതെ വിള ഗവേഷണത്തിന് പദ്ധതിയും പരുത്തി കൃഷി വികസനത്തിന് 5 വർഷ പദ്ധതിയും ബജറ്റിൽ ഇടം നേടി. ന്യൂസ് ഡെസ്ക് MyFin TV.
അസമിൽ പുതിയ യൂറിയ പ്ലാന്റ് സ്ഥാപിക്കും. കർഷകരുടെ പ്രധാന പ്രശ്നമായ വളലഭ്യത ഉറപ്പാക്കുകയാണ് ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നത്. കൃഷി ശക്തിപ്പെടുത്തുന്നതിനായി അസമിൽ പുതിയ യൂറിയ പ്ലാന്റ് പ്രഖ്യാപിച്ചു. കർഷകർക്ക് വളങ്ങളുടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണിത്. നമ്പൂരിൽ സ്ഥാപിക്കുന്ന പ്ലാന്റിന് 12.7 ലക്ഷം മെട്രിക് ടൺ വാർഷിക ഉൽപാദന ശേഷിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ വളലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക ഉൽപാദനക്ഷമതയെ പിന്തുണയ്ക്കുന്നതിനുമായി കിഴക്കൻ മേഖലയിലെ 3 പ്രവർത്തനരഹിതമായ യൂറിയ പ്ലാന്റുകൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളും സർക്കാർ മുന്നോട്ട് വെച്ചു. യൂറിയ, DAP, പൊട്ടാഷ്, കോംപ്ലക്സ് വളങ്ങൾ എന്നിവയുടെ ഉപയോഗം ഉയർന്നിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം യൂറിയയുടെ വിൽപ്പന 111.14 ലക്ഷം ടണ്ണായി ഉയർന്നു. റാബി സീസണിൽ രാസവളങ്ങളുടെ വിൽപ്പനയിൽ ഗണ്യമായ വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കർഷകർ മുൻകൂട്ടി വളം ശേഖരിച്ചതും സബ്സിഡി വെട്ടിക്കുറയ്ക്കുമെന്ന ആശങ്കയിൽ കമ്പനികൾ വിൽപ്പന ഉയർത്താനുള്ള ശ്രമങ്ങളും നടത്തിയതാണ് വിൽപ്പന ഉയരാൻ കാരണം. ന്യൂസ് ഡെസ്ക്, MyFin TV. മത്സ്യ ഉൽപാദനത്തിലും മത്സ്യകൃഷിയിലും ശ്രദ്ധയൂന്നി കേന്ദ്ര ബജറ്റ്. സമുദ്രമേഖലയ്ക്കായി 25 ലക്ഷം കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കും ലക്ഷദ്വീപിനും വേണ്ടി പ്രത്യേക മത്സ്യകൃഷി പദ്ധതിയാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ആഗോളതലത്തിൽ മത്സ്യ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്താണെന്നും കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കി. India ranks second largest globally in fish production and aquaculture. Seafood exports are valued at 60,000 crore rupees. To unlock the untapped potential of the marine sector, our government... ഇന്ത്യൻ എക്സ്ക്ലൂസീവ് സാമ്പത്തിക മേഖലയിൽ മത്സ്യബന്ധനത്തിന്റെ സുസ്ഥിരമായ ഉപയോഗത്തിനായി സർക്കാർ ഒരു പ്രാപ്തമായ ചട്ടക്കൂട് നടപ്പിലാക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക പദ്ധതിയും ബജറ്റിലുണ്ട്. 60,000 കോടി രൂപ മൂല്യമുള്ളതാണ് രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി എന്നാണ് മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. രാജ്യത്തിന്റെ സമുദ്ര വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഈ നടപടി സഹായിക്കുമെന്ന് മന്ത്രി എടുത്തു പറഞ്ഞു. 2022-23 രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇതിൽ ശീതീകരിച്ച മത്സ്യ പേസ്റ്റിന്റെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 30% നിന്ന് 5% കുറച്ചു. ശീതീകരിച്ചതും സംസ്കരിച്ചതുമായ സമുദ്രോൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിലും ജല ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കുന്നതിലും മത്സ്യ പേസ്റ്റ് ഉപയോഗിക്കുന്നു. മത്സ്യത്തിന്റെയും ചെമ്മീൻ തീറ്റയുടെയും നിർമ്മാണത്തിനായി മത്സ്യ ഹൈഡ്രോലൈസേറ്റിന്റെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 15% നിന്ന് 5% കുറയ്ക്കാനും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, MyFin TV. ദക്ഷിണേന്ത്യയിൽ ഇഞ്ചി കർഷകർക്ക് നേട്ടം. മത്സരം ഘടിപ്പിക്കാൻ വിദേശ ഇഞ്ചികളും വിപണിയിൽ സജീവം. ദക്ഷിണേന്ത്യൻ ഇഞ്ചി കർഷകർ നേട്ടം കൊയ്യുന്നത് കണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തോട്ടങ്ങളിലും ഇഞ്ചി കർഷകർക്ക് പക്ഷേ പൊന്ന് കൊയ്യാനായില്ല. പച്ച ഇഞ്ചിയുടെ വിളവ് വിപണിയുടെ പ്രതീക്ഷയിലും ഉയർന്നതോടെ വിൽപ്പന വിലയിൽ ഇടിവ് സംഭവിച്ചു. നേപ്പാളിൽ നിന്നും ഭൂട്ടാനിൽ നിന്നുമുള്ള ഇഞ്ചിയും ഇതിനിടയിൽ ഇന്ത്യൻ വിപണിയിൽ ഇടം പിടിച്ചത് മത്സരം ശക്തമാക്കി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇഞ്ചി കൃഷിയിറക്കിയ പലരും വിളവെടുപ്പിന് ഉത്സാഹം കാണിക്കുന്നില്ല. നിരക്ക് താഴ്ന്നതാണ് കർഷകരെ പിന്തിരിപ്പിക്കുന്നത്. ഇതിനിടയിൽ കേരളത്തിലും കർണാടകത്തിലും വിളഞ്ഞ മികച്ച ഇനം ഇഞ്ചിയിൽ നിന്നുള്ള ചുക്കിന് ആവശ്യക്കാരുണ്ടെങ്കിലും ഉത്തരേന്ത്യൻ വിപണികളിൽ നിന്നുള്ള അന്വേഷണങ്ങൾ ചുരുങ്ങിയത് തിരിച്ചടിയായി മാറുമെന്ന ആശങ്കയിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. നേരത്തെ ഉറപ്പിച്ച കരാറുകൾ മുൻനിർത്തി ഗൾഫ് നാടുകളിലേക്കുള്ള ഷിപ്മെന്റുകൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് കയറ്റുമതി സമൂഹം. കൊച്ചിയിൽ മികച്ച ഇനം ചുക്ക് 35,000 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, MyFin TV. പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിക്കാൻ ബജറ്റിൽ പ്രത്യേക പദ്ധതി. തെരഞ്ഞെടുത്ത വിദേശ ടൂറിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് വിസയിൽ ഇളവേർപ്പെടുത്തും. ഇന്ത്യയിലെ വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നിരവധി സംരംഭങ്ങൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. വിദേശ വിനോദസഞ്ചാരികൾക്ക് യാത്ര എളുപ്പമാക്കാനും പ്രമുഖ ടൂറിസ്റ്റ് സൈറ്റുകൾ വികസിപ്പിക്കാനും സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും സർക്കാർ പദ്ധതിയിടുന്നു. കൂടാതെ പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾക്കുള്ള സാമ്പത്തിക പിന്തുണയും ഹോം സ്റ്റേകൾക്കുള്ള മുദ്രാ ലോണുകളും കണക്ടിവിറ്റിയും ഹോസ്പിറ്റാലിറ്റി സേവനങ്ങളും വർദ്ധിപ്പിക്കും. കൂടുതൽ അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിക്കുന്നതിനുള്ള നീക്കത്തിൽ തെരഞ്ഞെടുത്ത വിദേശ ടൂറിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് സർക്കാർ വിസ ഇളവ് ഏർപ്പെടുത്തും. ആഗോള സഞ്ചാരികൾക്ക് ഇന്ത്യയെ കൂടുതൽ ആക്സസ് ചെയ്യാവുന്നതും ആകർഷകവുമായ സ്ഥലമാക്കി മാറ്റുന്നതിനും പ്രവേശന പ്രക്രിയകൾ ലളിതമാക്കുന്നതിനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിലൂടെ ടൂറിസം വരുമാനം വർദ്ധിക്കും. ന്യൂസ് ഡെസ്ക്, MyFin TV. സൗദിയിൽ പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ. ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഇത് സഹായകമാകും. സൗദിയിൽ ജീവനക്കാരുടെ അവകാശ സംരക്ഷണത്തിനും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ തൊഴിൽ നിയമം സഹായകമാകും. തൊഴിലിടങ്ങളിൽ ലിംഗം, നിറം, ശാരീരിക വൈകല്യ അവസ്ഥ എന്നിവയുടെ പേരിൽ വിവേചനം കാണിക്കാൻ പാടില്ല.
വനിതാ ജീവനക്കാരുടെ പ്രസവാവധി 12 ആഴ്ചയായി വർദ്ധിപ്പിച്ചു. അടുത്ത ബന്ധുക്കൾ മരിച്ചാൽ വേതനത്തോടുകൂടിയ അവധി ലഭിക്കും. അവധി ദിവസങ്ങളിൽ ജോലി ചെയ്താൽ ഓവർടൈം വേതനം നൽകണം. തൊഴിൽ കരാറിൽ കാലാവധി രേഖപ്പെടുത്തണം. ലൈസൻസ് ഇല്ലാതെ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് ശിക്ഷാർഹമാണെന്നും പുതിയ നിയമത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മറ്റ് ചില ബജറ്റ് വാർത്തകളിലേക്ക്. നിർണായക ധാതുക്കൾക്ക് ബജറ്റിൽ പ്രത്യേക പിന്തുണ പ്രഖ്യാപിച്ചു. ആഭ്യന്തര ഉൽപ്പാദനത്തിനും മൂല്യവർദ്ധനയ്ക്കും പിന്തുണ നൽകുമെന്നും പ്രഖ്യാപനം. ഖനനത്തിൽ ബാക്കിയാവുന്ന ടെയിലിംഗിൽ നിന്ന് നിർണായകമായ ധാതുക്കൾ വീണ്ടെടുക്കുന്നതിനായി പ്രത്യേക നയം കൊണ്ടുവരുന്നതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. കൂടാതെ നിർണായക ധാതുക്കളുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിനും മൂല്യവർദ്ധനയ്ക്കും പിന്തുണ നൽകും. കൊബാൾട്ട് പൗഡർ, ലിഥിയം അയൺ ബാറ്ററി മാലിന്യങ്ങൾ, സ്ക്രാപ്പ്, മറ്റ് 12 നിർണായക ധാതുക്കൾ എന്നിവയുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി പൂർണ്ണമായി ഒഴിവാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ഈ ധാതുക്കളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. 2024 ജൂലൈയിലെ ബജറ്റിൽ ആഭ്യന്തരമായി ലഭ്യമല്ലാത്ത 25 നിർണായക ധാതുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയും പൂർണ്ണമായി ഒഴിവാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അപൂർവ ഗുരുതര രോഗങ്ങൾക്കുള്ള മരുന്ന് ഇറക്കുമതിയിൽ ഇളവ് പ്രഖ്യാപിച്ച ധനമന്ത്രി 36 ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് തീരുവയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി. ഗുരുതര രോഗികൾക്ക്, പ്രത്യേകിച്ച് ക്യാൻസർ ബാധിച്ചവർക്ക് ആശ്വാസം നൽകുന്നതിനായാണ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതി ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടിസ്ഥാന കസ്റ്റംസിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയ മരുന്നുകളുടെ പട്ടികയിലേക്ക് 5% കസ്റ്റംസ് തീരുവ ഇളവോടെ 6 മരുന്നുകളും ചേർക്കും. ഈ മരുന്നുകൾ നിർമ്മിക്കുന്നതിനുള്ള മരുന്ന് ഘടകങ്ങളുടെ അധിക ഓർഡറുകൾക്ക് യഥാക്രമം ഇളവും പൂർണ്ണ ഇളവും ബാധകമായിരിക്കും. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നടത്തുന്ന പേഷ്യൻസ് അസിസ്റ്റൻസ് പ്രോഗ്രാമുകൾക്ക് കീഴിലുള്ള നിർദ്ദിഷ്ട മരുന്നുകളെയും അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. രോഗികൾക്ക് സൗജന്യമായ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനായാണ് ഈ തീരുമാനം. പുതിയ 13 പേഷ്യന്റ് അസിസ്റ്റൻസ് പ്രോഗ്രാമുകളിലേക്ക് 37 മരുന്നുകൾ കൂടി കൂട്ടിച്ചേർക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ. മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും നിർദ്ദേശം. Tourism for employment-led growth. Top 50 tourist destination sites. സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തിൽ 50 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുക്കുക, വിദേശയാത്രികരെ പ്രോത്സാഹിപ്പിക്കാൻ വിസ ചട്ടങ്ങളിൽ ഇളവ് നൽകുക, പ്രാദേശിക വിമാന സർവീസുകൾ മെച്ചപ്പെടുത്തുക, മെഡിക്കൽ ടൂറിസത്തിന് പ്രാധാന്യം നൽകുക എന്നിങ്ങനെ വിനോദസഞ്ചാര മേഖലയ്ക്ക് നിരവധി പദ്ധതികളാണ് ബജറ്റിലുള്ളത്. ഹോം സ്റ്റേക്കായി മുദ്രാ ലോണുകൾ നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വിദേശത്തു നിന്നുള്ള സഞ്ചാരികളുടെ വരവ് കൂട്ടാനും പ്രാദേശിക സമൂഹങ്ങളിൽ സാമ്പത്തിക വളർച്ച നേടാനും ഈ പ്രഖ്യാപനങ്ങൾ സഹായിച്ചേക്കാം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യത്തിനാവും ഊന്നൽ നൽകുക. ഇതിനായി സ്ഥലം ഏറ്റെടുത്തു നൽകേണ്ട ചുമതല സംസ്ഥാന സർക്കാരുകൾക്കായിരിക്കും. മേഖലയിലെ ഹോട്ടലുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസനത്തിനാകും ശ്രമിക്കുക. കൂടാതെ ആത്മീയ ടൂറിസത്തിനും ബുദ്ധവിഹാര കേന്ദ്രങ്ങൾക്കുമായി പ്രത്യേക പദ്ധതിയുമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാറിന് വാരിക്കോരി പദ്ധതികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര ബജറ്റ്. ഫുഡ് ഹബ്ബാക്കുമെന്ന പ്രഖ്യാപനത്തിന് പുറമെ നിരവധി വികസന പദ്ധതികളാണ് ബീഹാറിന് മാത്രമായി കേന്ദ്രം പ്രഖ്യാപിച്ചത്. കാർഷിക മേഖലയ്ക്കും വ്യവസായങ്ങൾക്കുമായി നിരവധി പദ്ധതികളാണ് ബീഹാറിനായി ബജറ്റിൽ പ്രഖ്യാപിച്ചത്. മഖാന ബോർഡ് സ്ഥാപിക്കുമെന്നതാണ് പ്രഖ്യാപനങ്ങളിൽ മുഖ്യം. Makhana board in Bihar. For this, there is a special opportunity for the people of Bihar. A Makhana board will be established in the state to improve production, processing, value addition and marketing of Makhana. സസ്യാഹാരികളുടെ പ്രോട്ടീൻ കലവറ എന്നറിയപ്പെടുന്ന മഖാന ബീഹാറിലെ പ്രത്യേകതരം താമര വിത്താണ്. ഇതിന്റെ ഉൽപാദനത്തിന് വേണ്ടി ഗവേഷണ കേന്ദ്രം വേണമെന്ന നേരത്തെ ബീഹാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. മഖാനയുടെ ഉൽപാദനവും സംഭരണവും വിതരണവും ശക്തമാക്കുകയാണ് ബോർഡിന്റെ ലക്ഷ്യം. പ്രഖ്യാപനം ബീഹാറിലെ കർഷകർക്കും വലിയ നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. ഇതിനു പുറമെ പട്ന വിമാനത്താവളത്തിന്റെ നവീകരണം, പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ, ബിഹ്ഡയിൽ ബ്രൗൺഫീൽഡ് വിമാനത്താവളം, മിഥിലാഞ്ചലിൽ കനാൽ പദ്ധതി, പട്ന IITയുടെ നവീകരണവും പുതിയ ഹോസ്റ്റലും, അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കൽ, പുതിയ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് തുടങ്ങിയവയാണ് സംസ്ഥാനത്തിന് മാത്രമായി നിർമ്മല പ്രഖ്യാപിച്ച പ്രധാന പദ്ധതികൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. MSME മേഖലയിലെ ക്രെഡിറ്റ് കാർഡ് പരിധി ഉയർത്തി ബജറ്റ് പ്രഖ്യാപനം. പരിധി 5 കോടി രൂപയിൽ നിന്ന് 10 കോടിയാക്കി.
അടുത്ത 5 വർഷത്തിനുള്ളിൽ 1.5 ലക്ഷം കോടി രൂപയുടെ അധിക ക്രെഡിറ്റ് മേഖലയിലേക്ക് എത്തുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം പുതിയ സ്റ്റാർട്ടപ്പുകളുടെ ക്രെഡിറ്റ് ഗ്യാരണ്ടി പരിധി 10 കോടി രൂപയിൽ നിന്ന് 20 കോടി രൂപയായി ഉയർത്തും. 27 മേഖലകളിലെ വായ്പകൾക്ക് ഗ്യാരണ്ടി ഫീസ് 1% കുറയ്ക്കും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയ്ക്കുള്ള പ്രോത്സാഹനം രാജ്യത്തെ തൊഴിൽ ശക്തി വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഒപ്പം ഉൽപാദന മേഖലയിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള സംഭാവന ഉയർത്തുകയും ലക്ഷ്യം വയ്ക്കുന്നു. സൂക്ഷ്മ സംരംഭ മേഖലയിൽ നിന്ന് പുതിയതായി 10 ലക്ഷം ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കും. ഇവിടെ 22 ലക്ഷം പേർക്ക് തൊഴിൽ സൃഷ്ടിക്കപ്പെടും. മേഖലയിലെ കയറ്റുമതി ഉയരും. 4 ലക്ഷം കോടിയുടെ വിറ്റുവരവ് മേഖലയിൽ നിന്നുണ്ടാവുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. പാദരക്ഷ, തുകൽ തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റമാണ് സർക്കാർ പ്രധാനമായും ശ്രദ്ധ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് MyFin TV. വിവിധ മേഖലകൾക്ക് പ്രതീക്ഷയേകി ബജറ്റിൽ ഒട്ടേറെ പദ്ധതികൾ. കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിലെ നിരവധി പദ്ധതികൾക്കായി വൻ തുക വകയിരുത്തും. പ്രതീക്ഷിച്ച പോലെ മധ്യവർഗത്തിന് ആശ്വാസം പകരുന്ന ബജറ്റാണ് ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ചത്. കർഷകർ, സ്ത്രീകൾ എന്നിവരെയും ബജറ്റിൽ വേണ്ടവിധം പരിഗണിച്ചിട്ടുണ്ട്. കിസാൻ ക്രെഡിറ്റിന്റെ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി. സംസ്ഥാനങ്ങളുമായി ചേർന്ന് ധൻധാന്യ കൃഷിയോജന പദ്ധതി പ്രഖ്യാപിച്ചു. 1.7 കോടി കർഷകർക്ക് സഹായകമാകും. പാട്ന IITക്കും പാലക്കാട്ടെ IITക്കും പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിച്ചു. 5 IITകൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു. സർക്കാർ മെഡിക്കൽ കോളേജുകൾ 10,000 സീറ്റുകൾ വർദ്ധിപ്പിക്കും. AI പഠനത്തിന് സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുന്നതിനായി 500 കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത്. സമുദ്രമേഖലയ്ക്കായി 25 ലക്ഷം കോടി രൂപ അനുവദിച്ചു. വനിതാ സംരംഭകർക്ക് 2 കോടി വരെ വായ്പ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനം. 5 ലക്ഷം സ്ത്രീകൾക്ക് ഇതിലൂടെ പ്രയോജനം ലഭിക്കും. ടൂറിസം മേഖലയിലും വലിയ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ വന്നിരിക്കുന്നത്. ഹോം സ്റ്റേകൾക്കായി മുദ്രാ ലോണുകൾ നൽകും. ന്യൂക്ലിയർ മേഖലയ്ക്ക് 20,000 കോടി രൂപ അനുവദിച്ചു. ടെക്നോളജി ഗവേഷണത്തിനായി 10,000 കോടി രൂപ വകയിരുത്തി. മാരിടൈം ഡെവലപ്മെന്റിന് 25,000 കോടി അനുവദിച്ചു. മൈക്രോ, സ്മോൾ, മീഡിയം സംരംഭങ്ങൾക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതി തുക 5 കോടിയിൽ നിന്ന് 10 കോടിയാക്കി. ചെറുകിട ഇടത്തരം മേഖലാ വായ്പകൾക്കായി 5.7 കോടി രൂപ അനുവദിച്ചു. 1.5 ലക്ഷം കോടി രൂപ SME പദ്ധതികൾക്ക് അനുവദിച്ചു. ലക്ഷദ്വീപിനും ആൻഡമാനിനും പ്രത്യേക പദ്ധതിയും പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് MyFin TV. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആദായ നികുതി ഇളവിൽ ചരിത്ര പ്രഖ്യാപനവുമായി കേന്ദ്ര ബജറ്റ്. 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇനി നികുതി അടയ്ക്കേണ്ട. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കടുത്ത അവഗണന. പ്രത്യേക സാമ്പത്തിക പാക്കേജുകളില്ല. ധനക്കമ്മി ലക്ഷ്യം GDPയുടെ 4.4% എന്ന നിർമ്മല സീതാരാമൻ. നടപ്പ് ധനക്കമ്മി 4.8% പരിഷ്കരിച്ചു. ഇൻഷുറൻസ് മേഖലയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 100%. ഇൻഷുറൻസ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുമെന്ന ധനമന്ത്രി. സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകി കേന്ദ്ര ബജറ്റ്. 5 ലക്ഷം വനിതാ സംരംഭകർക്കായി പുതിയ പദ്ധതി. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻസൈറ്റ്സ് എപ്പോഴും എവിടെ നിന്നും അറിയാൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. Good afternoon. Finally, the wait is over. The budget has been unveiled. നമുക്ക് ഫൈൻ പ്രിന്റ് കിട്ടാൻ കുറച്ച് താമസിക്കും. ഒരുപാട് ഫൈനൽ ഡീറ്റെയിൽസും മൈന്യൂട്ട് ഡീറ്റെയിൽസും കിട്ടാനുണ്ട്. ബട്ട് ഒരു ലാർജർ പിക്ചർ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും മാഡം നിർമ്മല സീതാരാമൻ വളരെ എലക്വന്റ് ആയിട്ട് സംസാരിച്ചു. ബട്ട് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏതാണ്ട് 1 hour 15 minutes ഇപ്രാവശ്യത്തെ സ്പീച്ച് അവസാനിച്ചു എന്നുള്ളതാണ്. പൊതുവെ അതിനുശേഷമുള്ള മാർക്കറ്റ് എക്സ്പേർട്സും അത് മാത്രമല്ല മറ്റുള്ള ടാക്സ് കൺസൾട്ടൻസും ഈ ബഡ്ജറ്റിനെ പോസിറ്റീവോടുകൂടിയാണ് കണ്ടത്. കൂടുതൽ സംസാരിക്കാനായി ഞാൻ എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. അത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ചെറിയൊരു ബ്രീഫ് ഞാൻ പറയാം. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് കൺസംഷൻ ആൻഡ് മിഡിൽ ക്ലാസ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഇന്ന് രാവിലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് അനുസരിച്ച്, അല്ലെങ്കിൽ ഇന്നലെ നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ സ്പീച്ചോ
അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിന്റെ സ്പീച്ചിലോ പറഞ്ഞ പോലെ ഇന്നലെ നമ്മൾ മനസ്സിലായത് പ്രസിഡന്റിന്റെ സ്പീച്ചിൽ ഏതാണ്ട് 8 പ്രാവശ്യത്തോളം മിഡിൽ ക്ലാസ് അതിനകത്ത് മെൻഷൻ ചെയ്തു എന്നുള്ളതാണ്. അത് കൂടാതെ ഗോഡ് ബ്ലെസ്, എല്ലാ ഭാവങ്ങളും മിഡിൽ ക്ലാസ്സിന് നേരുന്നു എന്ന് പ്രൈം മിനിസ്റ്ററും കൂടി അതിന് ഫോളോ അപ്പ് ആയിട്ട് പറഞ്ഞതോടുകൂടി ഏതാണ്ട് ഉറപ്പായിരുന്നു ബഡ്ജറ്റിൽ മിഡിൽ ക്ലാസ്സിനെ ഫോക്കസ് ചെയ്തായിരിക്കും. അത് മാത്രമല്ല, ഗവൺമെന്റ് വാസ് ടു മച്ച് അണ്ടർ പ്രഷർ. അതായത് മിഡിൽ ക്ലാസ് ദേ ആർ ഫേസിങ് എ ഡൽഹി ഇലക്ഷൻ ആസ് വെൽ. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് ടാക്സ് ടെററിസം ആണ് ഇന്ത്യയിൽ എന്ന് ഒപ്പോസിഷൻ ഏതാണ്ട് ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് ഗവൺമെന്റ് പോയത്. ഇതൊരു പരിധിവരെ ഗവൺമെന്റിനെ കഴിഞ്ഞ 2024 ജനറൽ ഇലക്ഷൻസിന് അഫക്റ്റും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം അവരത് യൂട്ടിലൈസ് ചെയ്തില്ല. മാർക്കറ്റ് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ജൂൺ ജൂലൈ മാസത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ 2024 ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഗവൺമെന്റിന് ഏതാണ്ട് മഹാരാഷ്ട്ര ഇലക്ഷൻ ഫേസ് ചെയ്യണമായിരുന്നു. അപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചു തീർച്ചയായിട്ടും മിഡിൽ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അനുബന്ധമായ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സോ ഉണ്ടെങ്കിൽ അപ്പോൾ അത് അനൗൺസ് ചെയ്യുന്നുള്ളത്. ബട്ട് അത് തീർച്ചയായിട്ടും അവർ ഡിലേ ചെയ്യായിരുന്നു. ബട്ട് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ള രീതിയിൽ ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ മിനിസ്ട്രി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതാ വന്നിരിക്കുന്നു. വളരെ ഒരു ബമ്പർ ബൊനാൻസയായിട്ട് നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത, മാർക്കറ്റുകൾ എക്സ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഫോർകാസ്റ്റ് ചെയ്യാത്ത രീതിയിലേക്കാണ് അത് വന്നിരിക്കുന്നത്. അതിനെ കൂടുതൽ സംസാരിക്കാനായിട്ട് എൻ്റെ കൂടെ അനദർ ബ്രില്യൻ മൈൻഡ് ഇസ് ജോയിനിങ് മീ, ശ്രീകുമാർ മേനൻ. He is a chartered accountant, qualified chartered accountant ആണ്. അത് മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പെർട്ട് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി ആസ്പെക്ട്സും അല്ലെങ്കിൽ സ്റ്റോക്കിനെയും സ്റ്റോക്ക് മാർക്കറ്റിനെയും എങ്ങനെയാണ് ടാക്സും ഇതര കാര്യങ്ങളും അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളതും നല്ല മെച്യൂരിറ്റി ഉള്ളതുമായിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. വെൽക്കം സർ, വെൽക്കം ടു ദ ഷോ ആൻഡ് നൈസ് ടു മീറ്റ് യു. സർ, ഫൈനലി നമ്മളെല്ലാവരും ഈ ബഡ്ജറ്റിലേക്ക് പോയപ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ ആലോചിച്ചിരുന്നത് നോ നെഗറ്റീവ്സ് വിൽ ബി ഗുഡ് ഫോർ മാർക്കറ്റ്സ് എന്നാണ്. No negatives will be good for the markets. ഞങ്ങൾ എല്ലാവരും മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റ്, ആസ് യു ഓൾസോ നോ, മാർക്കറ്റ് വാസ് ഫിയറിംഗ് സംതിങ് എന്നുള്ളൊരു പേടി ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. കാര്യം ഇപ്പോൾ കഴിഞ്ഞ പാനലിലും അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനിലും ഒക്കെ നമ്മൾ മെയിൻ പോയിന്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് ബഡ്ജറ്റിൽ എന്തെങ്കിലും നെഗറ്റീവ് മാർക്കറ്റ് സെൻസ് ചെയ്യുന്നുണ്ട്. കാര്യം ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആയാലും ഇൻഫ്ലേഷൻ ആയാലും ദീസ് ആർ ഓൾ യൂഷ്വൽ സസ്പെക്ട്സ്, ദീസ് ആർ നോൺ എനിമീസ്. നമുക്ക് ഇവരെയൊക്കെ നേരിട്ടുള്ള പരിചയമുണ്ട്. ഒരു പ്രാവശ്യം കോവിഡ് വന്നപ്പോൾ മാത്രമാണ് നമ്മളൊന്ന് പതറിപ്പോയത്. അല്ലെങ്കിൽ ലേമൻ ബ്രദേഴ്സ് പോലെയുള്ള ദ ബ്ലാക്ക് സ്വാൻ ഈവൻസ്, ദ സോ കോൾഡ്, അതിലാണ് മാർക്കറ്റിന് ശരിക്കും ഒരു ജർക്ക് ഉണ്ടായിരിക്കുന്നത്. ബാക്കി എല്ലാ പ്രാവശ്യവും മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലേക്ക് വന്നെങ്കിലും ഇറ്റ് ഹാഡ് ക്ലൈംഡ് ഇറ്റ്സ് ഓൺ വാൾ ഓഫ് വറീസ് ആൻഡ് ഇറ്റ് ഹാസ് ബൗൺസ് ബാക്ക്. ബട്ട് ലാസ്റ്റ് ഒരു 4 to 5 months ആയിട്ട് നമ്മൾ കാണുന്നത് മാർക്കറ്റിൽ ഒരു സ്ലൈഡ് കാണുന്നുണ്ട്. സ്ലോ സ്റ്റഡി ആയിട്ട് ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ഏതാണ്ട് ജാനുവരി ഒക്കെ ആയപ്പോഴത്തേക്കും ദ ഇൻറ്റൻസിറ്റി ഹാസ് ഇൻക്രീസ്ഡ്. അപ്പം നമ്മളെല്ലാവരും സംശയിച്ചിരുന്നു, ഇൻക്ലൂഡിങ് മീ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ, ഈസ് മാർക്കറ്റ് ഫിയറിംഗ് സംതിങ് ദാറ്റ് വി ഡു നോട്ട് നോ. ഞാൻ ആ ഒരു പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ആ ഒരു വെറിയോടുകൂടിയാണ് മാർക്കറ്റിനെ ഞാൻ ഫേസ് ചെയ്തത്. കാര്യം എന്ന് വെച്ചാൽ ഗവൺമെന്റ് കഴിഞ്ഞ പ്രാവശ്യം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇൻക്രീസ് ചെയ്തപ്പോൾ 12.5% ആക്കിയിരുന്നു. ഈ 12.5% എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ലെവലായി തോന്നിയിരുന്നില്ല. ഒന്നില്ലെങ്കിൽ 5, 10, 15, 20 ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ടാക്സ് സ്ലാബുകൾ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻസ് ആയാലും ഇൻകം ടാക്സ് ആയാലും വരുന്നത്. 12.5 വാസ് എ വെരി അൺയൂഷ്വൽ ഫിഗർ. അതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന എക്സ്പേർട്സും ബ്രില്യൻ മൈൻഡ്സിനോടും ചോദിച്ചിരുന്നു, ഈസ് മാർക്കറ്റ് ഫിയറിംഗ് സംതിങ് എ ഹൈക്ക് ഇൻ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്? അങ്ങനെയാണെങ്കിൽ ഇതോടുകൂടി മാർക്കറ്റ് ബോട്ടം അത് വരുമെന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ബട്ട് കോൺട്രറി ടു മൈ എക്സ്പെക്ടേഷൻ, നോ ഷോക്ക് ദെയർ. ഒരു ഷോക്കും അവിടെ ഫിനാൻസ് മിനിസ്റ്റർ നമുക്ക് തന്നിട്ടില്ല. പകരം നമുക്കൊരു സർപ്രൈസ് ആണ് തന്നിരിക്കുന്നത്. അതായത് ഏതാണ്ട് 12 lakh rupees വരെ ഏതാണ്ട് നമുക്കറിയില്ല ഇനിയിപ്പോൾ ടാക്സ് സ്ലാബ് വേറെ എന്തെങ്കിലും റിബേറ്റോ ഡിഡക്ഷൻസോ ഇൻക്ലൂഡ് ചെയ്തോ എന്നുള്ള ഫൈൻ പ്രിന്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കണം. ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കുക, വിത്ത് ലിമിറ്റഡ് ഇൻഫർമേഷനിലാണ് ഞാനും ശ്രീകുമാർ സാറും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. ആസ് ആൻഡ് വെൻ ഇൻഫർമേഷൻ കംസ് ഇൻ, ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അത് ഡിസെക്ട് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടേതായ വിദഗ്ധമായ അഭിപ്രായം പറയാം. സർ, വാട്ട് ഡു യു തിങ്ക് ഓഫ് ദ മാർക്കറ്റ് ഓവറോൾ? ഹൗ മച്ച് വിൽ യു ഗിവ് ഔട്ട് ഓഫ് 10? Well, the budget is considered reasonably good. There is nothing wrong with that. In fact, ഈ പറഞ്ഞ എന്താ പറയുക സ്ലാബ് കൂട്ടിയത് വാസ് എക്സ്പെക്റ്റഡ്. നോട്ട് വെദർ ഇറ്റ് വാസ് സ്റ്റിൽ 12 lakhs or 10 lakhs എന്നുള്ളത് മാറ്റർ ഓഫ് ഡീറ്റെയിൽ. കൂട്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ there was a suggestion from the industry that unless you increase purchasing power, what is the question of increasing business? Perfect. Okay, so അതുകൊണ്ട് that was kind of expected that there will be something in the budget for them, and actually it came out to be true. She delivered. But എൻ്റെ ഒരു പൊസിഷൻ എന്താ വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആസ് എൻ ഇൻവെസ്റ്റർ people should not really bother about a budget, you know, because that is only a statement of intention. Accounts, yeah, that's it. What are we going to spend? What is the income and things like that. That's a small detail. But for an investor, if you're really an investor, it really doesn't matter. Right. If you look at the past so many budgets, if at all there has been a reaction, it has also, they reacted opposite way sooner than later. Right. അതുകൊണ്ട് നമ്മൾ കണ്ടമാനം അതിന്മേ സ്പെക്കുലേറ്റ് ചെയ്ത് അത് നല്ലതായിരുന്നു ചീത്തയായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയൊന്നും കൊണ്ട് സമയം കളയേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്
you should have a perspective of around 5 to 6 years, 7 years. അതിൻ്റെ ടിപ്പിക്കൽ ഉപമ ഞാൻ പറയുന്നത് സപ്പോസ് ഒരു തെങ്ങിൻ തൈ നടുകയാണ്. ഈ തെങ്ങിൻ തൈ നട്ട് കഴിഞ്ഞാൽ അത് ജനറലി ദ ഫാമർ നോസ് ഒരു 7 കൊല്ലം എടുക്കും തേങ്ങ ഉണ്ടാവാൻ. ഇൻ ദ മീൻ വൈൽ ഞാൻ 3 മാസം കഴിയുമ്പോൾ അത് വേരോടെ പറിച്ച് വേര് മുളച്ചോണ്ട് നോക്കണതിൽ കാര്യമില്ലല്ലോ. സെയിം ഇസ് ദ കേസ് ടു സേ റബ്ബർ ഇസ് എ മേജർ സെഗ്മെന്റ്. റബ്ബർ തൈ നട്ട് കഴിഞ്ഞാൽ ഒരു 7 കൊല്ലം എടുക്കും അത് റബ്ബർ തൈ വലിയൊരു മരം ആവാൻ, എന്നിട്ടേ ടാപ്പ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പണി തീരും. സോ വൈ ഡസ് എ ഫാമർ കീപ് ക്വയറ്റ് ഫോർ 7 years? ബിക്കോസ് ഹി നോസ് പോസ്റ്റ് ദാറ്റ് 50 years അതിന് ശേഷം തേങ്ങ കിട്ടും. റബ്ബർ ആണെങ്കിൽ അതേമാതിരി ഒരു കുറേ കാലത്തേക്ക് ടാപ്പ് ചെയ്യാമെന്നുള്ള കൺസെപ്റ്റിലാണ് ഈസ് വില്ലിങ്. ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ അതിന് പറയാം. ഈസ് വില്ലിങ് ടു ടേക്ക് ദാറ്റ് that chance എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് 95% of the time he will be right. It's not that it's an unknown factor. എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളൊരു വ്യാഖ്യാനം കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ബീങ് ദ കേസ്, നമ്മളൊരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ if that company is totally dependent on the government for some sort of benefit and therefore it has to improve എന്ന് പറയുകയാണെങ്കിൽ that is not the place to invest. Absolutely. So that's a great statement in fact. So അങ്ങനെ വരുമ്പോൾ why should we be taking so much importance to the budget per se? Because it's just a statement of intent. It's ഒരു കണക്ക് തരികയാണ്, ഞാൻ എൻ്റെ മൊത്തം ചെലവ് ഇത്ര, എൻ്റെ വരവ് ഇത്ര, ഞാൻ ഇതാണ് ചെയ്യാൻ പോണേ. If it is bad, okay, it is bad for the short term. But that doesn't make any difference to the companies because if there is, say, an increase in something, suppose some customs duties and it is usually passed on to the consumer. Correct. So consumer എന്ത് ചെയ്യും, അതിന് പകരം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കൂടുതൽ ശമ്പളം മേടിക്കും. So ultimately the market adjusts to all this. So it rebalances itself. It rebalances itself. So by focusing on the budget and saying it's a great budget or a bad budget, personally I don't feel that's much of sense in that. Of course we can say that this 12 lakhs is definitely good because for a couple who's earning say 12 lakhs each, it's almost nil tax for 24 lakhs. That's a good thing because they have that much more spending power. Right. But you would also notice that pandate kalatha abesham nokani, see for example a haircut in the old days used to cost about 15-20 rupees. Now it is 1,000 plus. Absolutely. So and different rates as well. Different rate. So that is because the persons concerned are willing to pay for it. Absolutely. So അതുകൊണ്ട് നമ്മൾ, that's what I said, rebalancing, what you rightly said. Rebalancing എന്ന് പറയുന്നത് it depends on the income and how we apply it. Correct. The only thing I would like to suggest is ഇങ്ങനത്തെ ഒരു പ്രവണത ഉള്ളതുകൊണ്ട് it means increasing purchasing power. Correct. അപ്പോൾ discretionary spends കൂടാൻ സാധ്യതയുണ്ട്. Right. You know, so like if you say I would like a excellent watch is not exactly watch or something, you know, like those kind of, or a better quality car, because these have come in EMIs these days. Exactly. Car പോലെ തന്നെ ഏതാണ്ട് ഒരു Rolex Exactly. watch അപ്പോൾ അത് പേ ചെയ്യാനുള്ള ടെൻഡൻസി കൂടും Okay. because of the disposable income. Right. So that is what we should focus and say that okay, then in that case discretionary spends ഉള്ള കാറ്റഗറിയിലുള്ള കമ്പനികളെ ഏതിലേക്ക് നോക്കാം. ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് കൂടാൻ വഴിയുള്ളൂ. ബ്രോഡ് മാക്രോ സിസ്റ്റം വെച്ചിട്ട് പറയുകയാണെങ്കിൽ Nirmala Sitharaman, our finance minister, as well as the Department of Economic Affairs, as well as the World Bank, they've all confirmed that India is going to hit a figure of $5 trillion economy. Correct. By 2027 and 2028. Correct. നമ്മൾ ഓർക്കേണ്ടത് എന്താ വെച്ചാൽ it took 70 years for us from to independence to reach about 2 trillion. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 കൊല്ലത്തിനകം we are saying we'll hit 5 trillion. And that doesn't end there. We are saying that 2047, our breaking, we are going to hit 30 trillion. So in the meanwhile, to talk about these small things, I don't know whether it makes sense. You know. So what does it mean when I say 5 trillion or 30 trillion? You must have heard of this person called Warren Buffett. Warren Buffett, he had a favorite ratio called a Buffett ratio. Correct. In which what he did was mottam market in the vela. You know. That is, you take every share, multiply it with the corresponding price, and then you take up the so-called market cap. Market cap, exactly. Market cap on numerator edukka, denominator GDP edukka. Okay. Market cap to GDP ratio. GDP ratio. That is called the Buffett ratio. And he said it's one of the best ratios I've designed. Okay. Right. That is to decide whether the market is extremely overpriced or not. 70 years experience. That is the parameter that he depends on. Exactly. To evaluate the market. Exactly. Correct. So our market cap, for when I made a talk about a year plus back, it was an investor awareness program. I checked on the net and I found that we are at about 98%. What he has said as a parameter is 88% at the it is cheap.
If it is above 119%, is expensive. Okay? So, basis we are neither cheap nor expensive at that time. That is December 2023. Right. Okay. Now, adini shesham projection varunanda, the market, the GDP is going to go to 5 trillion. That's what Nirmala Sitharaman and all the others have confirmed. Correct. അങ്ങനെയാണെങ്കിൽ ആ റേഷ്യോയിൽ ഡിനോമിനേറ്റർ 5 trillion ആണ്, നമ്മൾ ഏകദേശം 98-100% എടുക്കുക. ന്യൂമറേറ്ററും സെയിം ലെവലിൽ പോകണ്ടേ? തീർച്ചയായിട്ടും പോകണം. കാര്യം വെച്ചാൽ ഇറ്റ് ഓൾവേസ് ഡിസ്കൗണ്ട്സ് ദ ഫ്യൂച്ചർ ഏർണിംഗ് പൊട്ടൻഷ്യൽ എന്നാണല്ലോ. എക്സാക്ട്ലി. സോ അങ്ങനെ വരുമ്പോൾ 2027 എൻഡിൽ 2028 ബിഗിനിങ്ങിൽ 3 കൊല്ലം ഫ്രം ഹിയർ അപ്രോക്സിമേറ്റ്ലി we are talking about a market cap of 5 trillion. Correct. Because GDP will be 5 trillion. Correct. Now, when I talked at that time, the market cap was, the GDP was at 3.8 trillion or so. Market cap was about 4, close to that. Okay. Now, thing is, the market is not controlled by CPI or CPM. എന്ന് പറഞ്ഞാൽ എല്ലാ ഷെയർസും ഒരേപോലെ കയറണമെന്നില്ല. മനസ്സിലായില്ലേ? It is restricted to the top 100-150 scripts. So, if you select those scripts, they will add this value of 1 trillion. Absolutely. മനസ്സിലായില്ലേ? That's an interesting thought. Yeah. So, therefore, your investment should be in those kind of scripts which will add that value. You make 10 times, 15 times. As simple as that. So, there is no rocket science there. There is no rocket science. Similarly, now let me go a little further ahead. Say 5 trillion in 2027 end or 2028. 100 years avumbo, that is 2047. The projected size is $30 trillion. That big? That big. So, which means 6 times from $5 trillion. Okay. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? You are looking at again another massive jump. Why should you be bothered about the budget? Small incidents happening in the market, right? Exactly. This is part of the growth story. Absolutely. Right? For example, it was announced some time back, there is a project called PM Wani. Prime Minister's Wi-Fi Access Network of India. ഇന്ന് അതിന്റെ പറ്റി ഒരു ബ്രീഫ് കാര്യം വേറെ പറഞ്ഞു. ബഡ്ജറ്റ് സ്പീച്ചിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാരത് നെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു പറഞ്ഞത്. But the fact of the matter is what they proposed is they will put what is called micro data centers in rural areas. Correct. 2 to 5 micro data centers will be put in a village. These will look like something like a telephone booth, solid state device. They are connected to the Bharat Stage optical fiber network across India. Now, if you are ready, a normal person can get high speed Wi-Fi at 5 rupees per day. Very nominal. In fact, a cheap rate. Cheap rate. So, now what is the meaning of this? I'll give you a personal example. When I was young, quite some time back, my uncle, he stays in a place about 42 kilometers away from Ernakulam. He had got a crop of kumblanga. Okay? Ash gourd. Right. So, this is straight from the heart. Yeah. Certain experience on sharing. Now, he said, shall we go to Ernakulam to sell it? And I'm in probably colleges. I said, okay, I'm game. Now, he had something called a power tiller. Okay? Power tiller in the Porel wagon attached to it. He said, fine. കയറി ഇരുന്നു ഏകദേശം ഒരു 3.5 മണിക്കൂർ ഈ 40 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ 3.5 മണിക്കൂർ എടുത്തിട്ട് എറണാകുളം മാർക്കറ്റിൽ വന്നു. കണ്ട ആദ്യത്തെ ആളുടെ അടുത്ത് ഡൺ അടിക്കുകയാണ്. എന്ത് വിലയാണെങ്കിലും യു കനോട്ട് ടേക്ക് ഇറ്റ് ബാക്ക്. മനസ്സിലായില്ലേ? So you are forced to sell there. You are forced to sell. അതായിരുന്നു സിറ്റുവേഷൻ. Now imagine this PM Wani network comes in. They sit, my uncle, he is no more, of course, it's time, but suppose he is there, he would sit at the comfort of his house, go into the high-speed Wi-Fi and say maybe Big Basket or Jio, അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ അടുത്ത് ഈ ആഷ് ഗോഡ് ഓഫർ ചെയ്യണ ഓർഗാനിക്ക എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ വിലയും കൊടുക്കും. They will take it away from his place. സാറിനടുത്ത് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് ചോദിച്ചു. സോറി ദാറ്റ് ഐ ആം ഇന്റർഫിയറിംഗ് ഇൻ ബിറ്റ്വീൻ. ഇതൊരു സ്മാർട്ട് മൂവ് ആയിരുന്നു. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഗവൺമെന്റ് ഹാസ് കം അപ്പ് വിത്ത് 3 farm laws. സോ ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ്, എൻ്റെ ഒരു കോംപ്രിഹെൻഷനിൽ ഞാൻ മനസ്സിലാക്കിയത് വളരെ ഫാബുലസ് ആയിട്ടുള്ള 3 laws എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഐ മീൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ആ മണ്ഡി സിസ്റ്റത്തിൽ ആ ഇടയ്ക്കുള്ള ബ്രോക്കേഴ്സിന് മിഡിൽമെന്നെ എടുത്ത് കളയുക എന്നുള്ളതായിരുന്നു. കാര്യം ആ മിഡിൽമെന്നാണ് നമ്മൾ ഒരു പഞ്ചാബോ ചണ്ഡീഗഡ് പോലത്തെ സ്ഥലങ്ങളെ നോക്കുകയാണെങ്കിൽ റിച്ച് ഫാമേഴ്സ്. ദേ ഓൺ റോൾസ് റോയ്സ്, ദേ ഓൺ ജി വാഗൺ, മെഴ്സിഡീസ് ബെൻസ്. ഇവരൊക്കെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിൽ സമരത്തിനും ഹരിയാന ബോർഡറിലേക്ക് വന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഇവിടെ അത് പൊളിറ്റിക്കലി കാണുകയല്ല ഞാൻ പറയുന്നത്, അതിനൊരു ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരുന്നു എങ്ങനെ മിഡിൽമെൻ ഈ കച്ചവടം കൺട്രോൾ ചെയ്യണമെന്നുള്ളത്. ഈ വൈഫൈ അല്ലെങ്കിൽ കണക്ടിവിറ്റി ആക്സസ് കൊണ്ട് ഇൻ എ സെൻസ് ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു മിഡിൽമെനെ അവോയ്ഡ് ചെയ്യാനുള്ള ഗവൺമെന്റ് ഒരു സ്മാർട്ട് പ്ലോയ് ആണെന്ന് പറയാൻ. Definitely. It should happen, no?
See, when here the onion prices go sky high or takkalida vela, it goes sky high. There are places in Karnataka where it's sold for 1 rupee and then it's destroyed. So that need to be connected, right? It has to be connected in a national grid. National grid. And that, see, when that is done, only this $30 trillion, Absolutely. Normally $30 trillion economy, these sort of things have to be a given. Absolutely. That is the reason. ഞാൻ പ്രേക്ഷകരുടെ അടുത്തേക്ക് വരികയാണ്. ഇതിനകത്ത് 2 ടേക്ക് അവേസ് ഉണ്ട്. നമ്മളെപ്പോലെ ഞാൻ എപ്പോഴും പറയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പേർട്സിനെ കിട്ടാറുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കിട്ടാറുണ്ട്. ബട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ക്വാളിഫിക്കേഷൻ ഉള്ള സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രില്യൻ മൈൻഡിനെ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ശ്രീകുമാർ സർ ഫിറ്റ്സ് ദ ബിൽ ആൻഡ് ഹീ ഈസ് ഹിയർ വിത്ത് us. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അത് പ്രേക്ഷകരിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ്. 2 കാര്യങ്ങൾ അദ്ദേഹത്തിൽ പറഞ്ഞതിൽ ഹിഡൻ ആയിട്ടൊരു മീനിങ് ഉണ്ട്. ഒന്ന്, ബഡ്ജറ്റിന് ഒരു ലോങ്കർ ടേമിൽ വലിയ വാല്യൂ ഇല്ല. ഒരു ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്ക് മാത്രം. ബഡ്ജറ്റ് അനുസരിച്ചല്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. മാർക്കറ്റും എക്കണോമി വിൽ ചാർട്ടർ ഇറ്റ്സ് ഓൺ കോഴ്സ് ആൻഡ് മൂവ് ഫോർവേഡ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ലാർജർ പിക്ചർ നോക്കി ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിലേക്കും പോസിറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് ക്രിറ്റിസിസം കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അദ്ദേഹം ഇൻഡയറക്ട്ലി മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട്. അതായത് GDP ഏതാണ്ട് 5 ട്രില്യൺ എക്കണോമി ആയിട്ട് 2027 മാറുന്നും അവിടുന്ന് ഒരു ഹ്യൂജ് ഗ്രോത്ത് വരുമെന്നും പറഞ്ഞതിന്റെ പുറകിൽ അതിൽ അദ്ദേഹം വാറൻ ബഫെ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് കോമ്പൗണ്ടിങ്, റൈറ്റ്? ഒരു കോമ്പൗണ്ടിങ്ങിന്റെ ഒരു ബേസിക് ആണ് അദ്ദേഹം ഈ പറഞ്ഞത്. അതാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. ജനങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇൻഫർമേഷൻ ശ്രദ്ധിക്കുക. നമ്മളൊരു 10 ലക്ഷം രൂപ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ആദ്യത്തെ പ്രാവശ്യം ഡബിൾ ആവുമ്പോൾ അത് 10 ലക്ഷം 20 ലക്ഷമാണ് ആവുന്നത്. 20 ലക്ഷം രണ്ടാമത്തെ പ്രാവശ്യം ഡബിൾ ആവുമ്പോൾ 40 ലക്ഷമാണ്. 40 ലക്ഷം മൂന്നാമത് ഡബിൾ ആകുമ്പോൾ 80 അടുത്ത പ്രാവശ്യം ആകുമ്പോൾ 1.6 lakhs ആണ്. അങ്ങനെ 3.2, 6.4 ഇങ്ങനത്തെ രീതിയിൽ കോമ്പൗണ്ട് ചെയ്യുന്നതാണ്. ഐ മീൻ യൂഷ്വലി വി സേ ദാറ്റ് കോമ്പൗണ്ടിങ് ആണ് 8th വണ്ടർ ഓഫ് ദ വേൾഡ് നമ്മൾ എപ്പോഴും പറയുമായിരുന്നു. അതിനെക്കുറിച്ച് കുറെ കഥകളുണ്ട്, എക്സാമ്പിൾസ് ഉണ്ട്. പ്രേക്ഷകർ പറ്റുമെങ്കിൽ ഇതൊക്കെ വായിക്കുക. ഇത് തീർച്ചയായിട്ടും ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ആരും പറയില്ല. അടുത്ത കാലത്ത് ഓപ്ഷൻസും ട്രേഡിങ്ങും കമോഡിറ്റിയും പ്രൈസും റെസിസ്റ്റൻസും മാത്രം പറയുന്ന കാലത്ത് ഇതേപോലെ ബേസിക് ആയിട്ടുള്ള എലമെന്ററി കാര്യങ്ങൾ, അതായത് ഇതൊക്കെ ഒരു ഹാബിറ്റാണ്, ഇതൊക്കെ ഒരു കൾച്ചറാണ്, ഒരു സ്പിരിറ്റാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അതിനുള്ള ബേസിക് ഫൗണ്ടേഷനും കൂടെയാണ് ശ്രീകുമാർ സാർ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും അത് തീർച്ചയായിട്ടും അത് ഉപയോഗപ്രദമാക്കണം എന്നുള്ളതാണ്. സർ നേരത്തെ പറഞ്ഞ പോലെ സർ ജസ്റ്റ് മെൻഷൻ ചെയ്തു പോയി. വെൽത്ത് ഗെറ്റിംഗ് അക്യുമുലേറ്റഡ് ഇൻ ഫ്യൂ സ്റ്റോക്സ്, അല്ലെങ്കിൽ ഇപ്പോൾ നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞു. നമ്മൾ US മാർക്കറ്റിൽ ഒരു പ്രത്യേകത കണ്ടു. അതായത് ഇന്ന് നമ്മൾ പ്രൈം മിനിസ്റ്റർ എന്ന് പറയാൻ പാടില്ല, ശരിക്കും ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണല്ലോ നമ്മുടെ ഈ പറഞ്ഞ സ്റ്റേറ്റസ് ഓഫ് ദ എക്കണോമി ഇന്നലെ ഒരു റിലീസ് വന്നു. ആ എക്കണോമിക് സർവേയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, സാധാരണ ഞാൻ നേരത്തെയും ഉള്ള ഗസ്റ്റായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്, സാധാരണ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയാറില്ല. Basically, government keeps it away from stock markets because government feels that the market has got its own price discovery mechanism. നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് സാധാരണ ഗവൺമെന്റുകൾ സാധാരണ പറയാറ്, എസ്പെഷ്യലി ഈ ഗവൺമെന്റ്. പക്ഷേ ഇതിനകത്തൊരു മെൻഷൻ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ എക്കണോമിക്ക് ഏറ്റവും വലിയ ചലഞ്ച്, അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് അവർ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ US വളരെ ഹീറ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ്. അതായത് വെൽത്ത് ഈസ് ഗെറ്റിംഗ് അക്യൂമുലേറ്റഡ് ഓൺലി ഇൻ ഫ്യൂ സ്റ്റോക്സ്. ഓഫ് കോഴ്സ് ദേ മൈറ്റ് ബി എ കമ്പനി ലൈക്ക് NVIDIA, ഇപ്പോൾ മാഗ്നിഫിസൻറ്റ് 7 ഉദ്ദേശിച്ചത്. മാഗ്നിഫിസൻറ്റ് 7 എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാവുന്ന പോപ്പുലർ നെയിംസ് ആണ്. ആപ്പിൾ ഉണ്ട്, ടെസ്ല ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഉണ്ട്, അങ്ങനത്തെ NVIDIA പോലത്തെ കമ്പനികളുണ്ട്. ഓഫ് കോഴ്സ് NVIDIA ത്രോസ് എ ഹ്യൂജ് ക്യാഷ് ഫ്ലോ. അതിൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിൻസ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഫ്രം മൈ റിസർച്ച്, അല്ലെങ്കിൽ MyFin ടേബിളിൻ്റെ റിസർച്ച് നമ്മൾ മനസ്സിലാക്കി ഏതാണ്ട് 65% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉള്ള കമ്പനിയാണ്. ദീസ് ആർ സൂപ്പർ നാച്ചുറൽ കമ്പനീസ്. 90% കിട്ടുന്നുണ്ട്. അതൊരു ദേ ആർ മോണോപ്പൊളി ഇൻ സെവറൽ ഫീൽഡ്സ് ആസ് വെൽ. നമ്മളിപ്പോൾ ചിപ്പിന്റെ കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഈ സമയത്ത് അവിടെ ഹീറ്റഡ് ആയിരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ, കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് പ്രോബബിലിറ്റീസ് ചുറ്റിക്കറങ്ങി നിൽക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും, ഇപ്പോൾ ഡീപ് സീക്കിന്റെ ഒരു 2-3 ദിവസം മുമ്പ് ഒരു ന്യൂസ് വന്നു. ശരിക്കും ആ ന്യൂസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ചിപ്പ് ഉണ്ടാക്കിയിട്ട് ചിപ്പാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനായിട്ട്. ദാറ്റ് മീൻസ് പ്ലാറ്റ്ഫോം ഈസ് ഡിഫറെന്റ്, chip is different. Correct. But chip is being manufactured by only few companies and NVIDIA is one of them. Correct. But even then, പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഉള്ളത്. അപ്പോൾ ഡീപ് സീക്ക് കോമ്പറ്റീഷനിൽ വരുന്നത് തീർച്ചയായിട്ടും ഗൂഗിളായിട്ട്, മൈക്രോസോഫ്റ്റ് ഒക്കെ ആയിട്ട്. ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി ഡയറക്റ്റ് കോമ്പറ്റീഷൻ വിത്ത് NVIDIA. But even then, surprisingly, NVIDIA was down by around 60 to 70%. I understand it's $600 billion. ഇന്ത്യൻ കമ്പനിയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള പല കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പിലും വലിയൊരു ഫോൾ ആണ് അതിന് വീണിരിക്കുന്നത്. അത് അസ്റ്റോണിഷിംഗ് ആയിരുന്നു. ബട്ട് നമുക്ക് അന്ന് മനസ്സിലായത് NVIDIAക്ക് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നെങ്കിലും NVIDIA വാസ് ലുക്കിംഗ് ഫോർ എ റീസൺ ടു കറക്റ്റ്.
അതായത് അത്രയ്ക്ക് മാത്രം ഹീറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നതാണ്. അതേപോലെ ഇന്ത്യയിലും ഈ പറയുന്ന പോലെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രം, a few, is trading at astronomical valuations. So of course, when we say that the market is down by 10 to 12%, the Nifty mainline indices down ആണെന്ന് പറഞ്ഞാലും there is a concentration of wealth somewhere else. അത് കൂടുതലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു ടെക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനീസ്, അല്ലെങ്കിൽ ന്യൂ ഏജ് ജനറേഷൻ കമ്പനീസ്, അല്ലെങ്കിൽ സൺറൈസ് സെക്ടേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഒരു വലിഞ്ഞു കയറുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. സാർ, ആ ഡൈവേർജൻറ്റിനെ കുറിച്ച് സാർ എന്ത് പറയുന്നു? കാര്യം യു ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദ മാർക്കറ്റ്, യു ഹവ് ഗോൺ ത്രൂ സൈക്കിൾസ്. അപ്പം ഞാൻ ശ്രീകുമാർ സാറിൻ്റെ എക്സ്പീരിയൻസും വിസ്ഡമും കമ്പയർ ചെയ്യുന്നത് നിഫ്റ്റി ആയിട്ടാണ്. കാര്യം നിഫ്റ്റി ഹാസ് അണ്ടർഗോൺ എ ലോട്ട് ഓഫ് ചേഞ്ചസ്. കൊല്ലങ്ങളിൽ എവറി 10 years ദ നിഫ്റ്റി കൺസ്ട്രക്ട് ചേഞ്ചസ്. അല്ല, പഴയ ആൾക്കാർ ഇപ്പോൾ പുതിയ ആൾക്കാർ വരും. സാർ ജീവിതത്തിലും കണ്ടിട്ടുണ്ട് പഴയ ആൾക്കാർ വരുന്നതും പുതിയ ആൾക്കാർ വരുന്നതും പഴയ ആൾക്കാർ പോകുന്നതും. അതേപോലെ നിഫ്റ്റിയിലെ ചേണിങ്ങും കണ്ട ഒരു വിസ്ഡം ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കാൻ വേറെ ആരെയും നമുക്ക് കിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് ആളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. സർ, വാട്ട് ഡു യു തിങ്ക് ഓഫ് ദിസ് ഡൈവർജൻസ് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് സെക്ടർ റൊട്ടേഷൻ ഇസ് ഹാപ്പനിങ്? ഇതിൽ നമ്മുടെ there is a problem called recency, you know. Recency bias. Psychological behavioral finance ഒരു സബ്ജക്റ്റ് ആണ് സാർ കൊണ്ടുവരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക ഇൻവെസ്റ്റർ. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. Interesting thing is, കേറിയപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. You know, it went up ridiculously high. Nobody asked why, because it's going up. We all enjoy the absolutely foods. It's only when it tends to come down that we tend to say, ayyo, per recently അത് വീണല്ലോ, അത് ഭയങ്കര മോശമായി പോയി. It's not that it can go up higher and higher and higher, you know. Exponential ആയിട്ട് കിട്ടില്ല. So typically, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, earnings you can compare with the PE ratio. That's a very simple method, right? അപ്പോൾ what is PE ratio? Market price divided by EPS. Correct. That is ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഉണ്ട്. പക്ഷേ you may find particular shares are quoting way higher than the normal standard. Maybe they are discounting 10 years of earning potential. And that is the interesting part. Since you said about my experience, there was a time when this gentleman called Ketan Parekh was very active in the market. He focused on technology stocks. Correct. I remember shares like Infosys, other കളിച്ചത്. I'm saying Infosys went up to 7,000 rupees and all that. അപ്പോൾ somebody mentioned that ഇത് എന്തൊരു വിലയാണ്, ഇതിങ്ങനെ 200-300 PE-ലൊക്കെയാണ് കൂളായിട്ട് പോകുന്നത്. Okay. So somebody said, how can you sustain this? So he said, that's okay. This company keeps doubling its earnings every year. അതുകൊണ്ട് ഒരു 10 കൊല്ലത്തെ ഏർണിങ്സ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തെന്ന് മാത്രം ആരോ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട ആള് ഒരു കവർ എടുത്തിട്ടൊന്ന് വർക്കൗട്ട് ചെയ്തു. Then he said, that's very good. 10 years കഴിഞ്ഞാൽ, see, this business is done mainly in America. We'll go to America and say, see, this is Infosys, our most valuable company. Take Infosys, give me America. മനസ്സിലാവുണ്ടോ? മനസ്സിലായി. അങ്ങനെ പറഞ്ഞപ്പോഴും ആൾക്കാർ ഇത് എന്തൊരു വട്ടാണ് ഈ പറഞ്ഞത്, യുനോ, ആൻഡ് ഇറ്റ് ക്രാഷ്ഡ്. Because then people realize it's ridiculous valuation. Similarly, this, our Srikanthan Das, when he was talking about the former RBI governor, Shaktikantan Das. Shaktikantan Das. He was mentioning about this Bitcoin-like thing, cryptocurrency as they call it. It's not a currency anyway; it's called cryptocurrency. Now it's a piece of software which is not backed by anybody. Correct. Not backed by any asset. Any asset or anybody. Why I say anybody is because usually for rupee there is a government. So the solvency of the nation. I promise to pay the bearer so and so some amount. Idadile onnu illa. Nothing. So it's just that there's demand and supply. It's only a notional value. Exactly. Based on demand and supply. Now 1700s there was a problem with what is called a tulip mania. Tulip bulb എന്ന് പറഞ്ഞാൽ പൂവിന്റെ മൊട്ടാണ് ഈ tulip എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർ അതിൽ സ്പെക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അവസാനം ട്യൂലിപ്പ് ബൾബ് ബിക്കെയിം സോ കോസ്റ്റ്ലി ദാറ്റ് ഇറ്റ് റെപ്രസെൻറ്റഡ് എ സ്കിൽഡ് വേജ് ലേബറേഴ്സ് വേജസ് ഓഫ് എ ഫുൾ ഇയർ. അത്രയും കൂടുതൽ പോയി. പിന്നെയാണ് ആരോ റിയലൈസ് ചെയ്ത് ഇതിന് നമ്മൾ എന്തിന് ഇത്രയും വില കൊടുക്കണേ. ഇറ്റ് ക്രാഷ് വിത്തിൻ 2 weeks ബാക്ക് ടു വെരി നോമിനൽ ലെവൽസ് ആൻഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ലോസ് ദെയർ മണി ദോസ് ഡേയ്സ്. Shaktikantan Das said Bitcoin doesn't even have a tulip behind it. അതുപോലും ഇല്ലാന്ന്. So the problem in say a thing like Bitcoin is when you don't have backing and you push it to ridiculous levels, you're going to face a lot of problems at some point of time. അപ്പം നമ്മൾ വലിയ തത്വമൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? This is the danger even in stocks. If something is ridiculously valued,
you can have this kind of fall and then you sit and cry. There is over. something called mean reversion, alle? Yeah. What goes up has to come down. No, not come down. Come down to the mean. Come down, right? It has to revert back to the mean. When it goes way above the mean, then you can say it will come back to the mean. It will adjust to its mean. The stability will come. The mean may be going up. That's fine. But if you're having a pricing which is ridiculously high, then it ends. See, like, for example, I don't know whether I'm supposed to say the name of some scripts. See, പ്രേക്ഷകരെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, ഈ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്റ്റോക്സ് ഇവിടെ മെൻഷൻ ചെയ്യും. ഒരു ഡിസ്ക്ലൈമർ പറയാതിരിക്കാൻ വരിക. ഇതൊക്കെ വെറും അക്കാഡമിക് പർപ്പസസിനും ഇൻഫർമേഷനും ബേസിസിലും വേണ്ടി മാത്രം പറയുന്നതാണ്. യു ഷുഡിൻ കൺസ്ട്രൂൾ ദിസ് ആസ് എ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ. ഇത് നമ്മൾ അഡ്വൈസോ ഒന്നുമല്ല. നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിനെ കാണുക, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഫിനാൻസ് മാനേജറെ കാണുക. ഇത് ജസ്റ്റ് അക്കാഡമിക് പർപ്പസിന് മാത്രം, ആ സ്പിരിറ്റിൽ മാത്രമേ ഇത് കാണാവൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലി വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യും. അത് ഞങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. ദിസ് ജസ്റ്റ് ഫോർ അക്കാഡമിക് പർപ്പസ്. പ്ലീസ് മൈൻഡ് ഇറ്റ്. Yeah. So 2023 assessed the condition and I recommended a script called Cochin Shipyard, which is close by. And there were various neighborhood, alle? Yeah, I happen to know quite a lot about it. So it October 2023 le 800 rupees 10 rupees face value la share aayirunnu. By 9th of January it doubled because of a split. Then by July of 2024 it had gone up 5.5 times. Now നമ്മുടെ ഒറിജിനൽ വർക്കിംഗിൽ പ്രൊജക്ഷൻസ് പറഞ്ഞത് 4.5 കൊല്ലം 4 കൊല്ലം കഴിയുമ്പോൾ 4000 രൂപ എത്തും. So 5 rupees share going to 2000 was the equivalent. You know, this went to 2950. So what I said is I am getting money which I am supposed to get after 5 years. So take the share, give me the money. After we did that, it came down. In fact, interestingly, sorry to disturb you once again, ഞാൻ പല ഡിസ്കഷനിലും ഞാൻ സൊമാറ്റോയും കോൾ ഇന്ത്യയും തമ്മിലുള്ള എക്സാമ്പിൾ മെൻഷൻ ചെയ്തായിരുന്നു. അതായത് കോൾ ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ്പും സൊമാറ്റോയും വെച്ച് നോക്കുമ്പോൾ കോൾ ഇന്ത്യ കാട്ടിലും വില കൂടിയ മാർക്കറ്റ് ക്യാപ്പിലായിരുന്നു സൊമാറ്റോ ട്രേഡ് ചെയ്യുന്നത്. ബട്ട് കോൾ ഇന്ത്യ ഒരു കൊല്ലം അടയ്ക്കുന്ന ടാക്സസോ ഡിവിഡൻഡിനേക്കാളും കുറവാണ് സൊമാറ്റോന്റെ റവന്യൂ തന്നെ. അപ്പൊ എനിക്ക് നാട്ടുകാർ അല്ലെങ്കിൽ അതേപോലത്തെ എക്സ്പേർട്ട് നമുക്ക് എക്സ്പ്ലനേഷൻ തരും. ഇന്ത്യയിൽ ആദ്യമായി ബിസിനസ് ഫിനാൻസ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളും രാജ്യത്തിലെ വിവിധ പ്രാദേശിക ഭാഷകളിൽ വെബ്, ആൻഡ്രോയിഡ്, iOS, OTT എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ബിസിനസ് ഡിജിറ്റൽ TV, MyFin TV. Stock market and personal finance, insurance, banking, economic news, business, NRI, technology തുടങ്ങിയവ, short reels, live shows, programs, news updates, tweets and educational videos എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഫോർമാറ്റുകളിൽ MyFin TV നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. പ്രൊഫഷണൽസ്, ബിസിനസ്സുകാർ, വിദ്യാർത്ഥികൾ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കർഷകർ, ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപന ജീവനക്കാർ, വീട്ടമ്മമാർ തുടങ്ങിയ എല്ലാവർക്കും അവരുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള 1 point സൊല്യൂഷനാണ് MyFin TV. MyFin TV, leading to wealth. നമസ്കാരം. ബജറ്റ് ചർച്ചാ പരമ്പരയായ ഫിൻ പാക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 ദിവസമായി നടത്തി വന്നിരുന്ന ചർച്ചാ പരമ്പര ഇന്ന് അവസാനിക്കുകയാണ്. ഒരുപക്ഷെ മലയാള മാധ്യമങ്ങളിൽ ആദ്യമായിരിക്കും ഏതാണ്ട് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ബഡ്ജറ്റ് സംബന്ധിക്കുന്ന ചർച്ച നടക്കുന്നത്. ഈ ബഡ്ജറ്റ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നോ എന്നാണ് ഇന്ന് ഫിൻബാക്ക് പരിശോധിക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ബീഹാർ പോലുള്ള ചില സംസ്ഥാനങ്ങൾക്ക് ബജറ്റ് കൈ അയച്ച് സഹായം നൽകിയപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു എന്ന ആരോപണമുണ്ട്. വയനാടിന് പുനരധിവാസ പാക്കേജ് ഇല്ല. ആദായ നികുതി പരിധി 12 ലക്ഷം ആക്കി എന്നതൊഴിച്ചാൽ ബജറ്റ് കർഷകരുടെയും മധ്യവർഗത്തിൻ്റെയും നിർണായക ആവശ്യങ്ങൾ അവഗണിച്ചു എന്ന് പറയേണ്ടി വരും. ഈ വിഷയമാണ് ഇന്ന് ഫിൻബാക്ക് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം വ്യവസായ വകുപ്പ് മുൻ സെക്രട്ടറി TS ചന്ദ്രൻ, എക്കണോമിക്സ് പ്രൊഫസർ ഡോക്ടർ KP വിപിൻ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഫസർ അനിതകുമാരി, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സുബിൻ VR, കുസാറ്റിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ഹരികുമാർ S എന്നിവർ. ആദ്യം ശ്രീ TS ചന്ദ്രൻ, സൂക്ഷ്മ ചെറുകിട വ്യവസായ മേഖലയെ ബൂസ്റ്റ് ചെയ്യുന്ന ബഡ്ജറ്റാണിതെന്നാണ് താങ്കൾ അഭിപ്രായപ്പെട്ടത്. എന്താണ് അങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ കാരണം? കഴിഞ്ഞ നമ്മുടെ ഒരു ബഡ്ജറ്റ് എക്സ്പെക്റ്റേഷൻസ് വെച്ചുകൊണ്ട് നമ്മളൊരു ചർച്ച നടത്തിയിരുന്നു.
ആ ചർച്ചയിൽ നമ്മൾ അനലൈസ് ചെയ്ത കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ എക്കോണമി നേരിടുന്ന ഇഷ്യൂസ്, ആ ഇഷ്യൂസ് എന്താണ് എന്ന് കണ്ടെത്തി അതിന് മെഡിസിൻ കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒരു ബഡ്ജറ്റിൽ ചെയ്യേണ്ടത്. ഇപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ GDP താഴോട്ട് വരികയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ശമ്പള വർധനവിൽ കുറവുണ്ടാകുന്നു, തൊഴിലവസരങ്ങളിൽ കുറവുണ്ടാകുന്നു, വാഹന വിൽപ്പനയിൽ കുറവുണ്ടാകുന്നു, കമ്പനിയുടെ ലാഭവിഹിതത്തിൽ ഏറെക്കുറെ കുറവുണ്ടാകുന്നു, രൂപയുടെയും ഓഹരിയുടെയും വിലയിൽ കുറവുണ്ടാകുന്നു, നഗരങ്ങളിലെ ഡിമാൻഡ് കുറയുന്നു, ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ GDP റേറ്റും കുറയുന്നു. അപ്പൊ ഇതിന്റെ യഥാർത്ഥ പ്രോബ്ലം കിടക്കുന്നത് എവിടെയാണ്? മൊത്തത്തിൽ നമ്മുടെ ജനങ്ങളുടെ, സാധാരണ ആൾക്കാരുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു പോകുന്നു, ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നമ്മൾ കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പണപ്പെരുപ്പം കൂടുന്നു, NPA നിഷ്ക്രിയ ആസ്തികളും കൂടുന്നു. അപ്പൊ ഇത്തരത്തിലൊരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മൻമോഹൻ സിംഗ് 1991 അവതരിപ്പിച്ചപ്പോൾ അനുവദിച്ച കൺസെഷനുകളും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ ഏറെക്കുറെ ഈ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ചെറുകിട വ്യവസായ മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ ഒരു പ്രാധാന്യം ആ മേഖലയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ രംഗത്തും ഞാൻ അന്നത്തെ ആ പ്രതീക്ഷയിൽ ഞാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഇന്ത്യയെ മാറ്റുന്നു. നമുക്കറിയാം, ഏകദേശം 6 കോടിയോളം ചെറുകിട വ്യവസായങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്. 25 ലക്ഷത്തിൽ താഴെ സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങൾ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം 40% എക്സ്പോർട്ട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ അതൊരു വലിയ മേഖലയാണ്. രണ്ടാമത്തെ എഞ്ചിൻ എന്താണ് നമ്മുടെ സീതാരാമൻജി വിശേഷിപ്പിച്ചത്? സെക്കൻഡ് എഞ്ചിൻ, ഫസ്റ്റ് എഞ്ചിൻ അഗ്രികൾച്ചർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിന് കൊടുക്കേണ്ട ന്യായമായ പല കാര്യങ്ങളിലും വർധനവുണ്ടായിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം അത് രൂപ വരെ ആയിരുന്നു. കഴിഞ്ഞ വർഷം അത് 5 കോടിയാക്കി, ഈ വർഷം അത് 10 കോടിയാക്കി വർദ്ധിപ്പിച്ചു. അതുപോലെ സ്റ്റാർട്ടപ്പുകൾക്ക് ഞാൻ അന്ന് നമ്മുടെ എക്സ്പെക്ടേഷന്റെ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്, സ്റ്റാർട്ടപ്പുകൾക്ക് തീർച്ചയായും നല്ല ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും. അത് 10 കോടി രൂപയായിരുന്ന 1% പലിശയ്ക്ക് വായ്പ കൊടുക്കുന്ന സ്കീം അത് നേരെ 20 കോടി രൂപയാക്കി ഉയർത്തി. അതുപോലെ മൈക്രോ യൂണിറ്റുകൾക്ക് 5 ലക്ഷം രൂപ വരെ ഒതുങ്ങുന്ന കസ്റ്റമൈസ്ഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു നൂതന സമ്പ്രദായം. അതുപോലെ ചർച്ചയില് കഴിഞ്ഞ പ്രാവശ്യത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, സെക്ടർ വൈസിലുള്ള ഇൻവെസ്റ്റ്മെന്റിനും പദ്ധതികൾക്കും പ്രാധാന്യം കൊടുക്കും എന്നാണ്. അത് വെച്ചുകൊണ്ട് നോക്കൂ, ഫുട്വെയർ ഇൻഡസ്ട്രി, ടോയ്സ് ഇൻഡസ്ട്രി, മറൈൻ പ്രോഡക്റ്റ് ഇൻഡസ്ട്രി, കോട്ടൺ ഇൻഡസ്ട്രി, ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി, ഇവർക്കൊക്കെ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള പദ്ധതികളും സ്കീമുകളും ഇതിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതൊക്കെ നമ്മുടെ MSME സെക്ടറിൽ വളരെയേറെ പ്രൊഡക്ഷൻ വരേണ്ടുന്ന, ഉയർച്ച ഉണ്ടാകേണ്ടുന്ന ഒരു മേഖലയാണ് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് അത്തരം മേഖലയിലെ അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്കീം കുറച്ച് വർഷങ്ങളായിട്ട് നാം നടപ്പാക്കി വരുന്നതാണ്. സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ 1,25,000 ബാങ്ക് ബ്രാഞ്ചുകൾ ഓരോ വർഷവും നിർബന്ധമായും ഒരു ലോൺ ഒരു വനിതയ്ക്കും ഒരു SC/ST സംരംഭകനും കൊടുത്തിരിക്കണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്ന സ്കീമാണ്. ഇതിന് സബ്സിഡി ഗവൺമെന്റോ ഇൻട്രസ്റ്റ് സബ്വെൻഷനോ ഒന്നുമില്ല. എന്നാലും മാറ്റർ ഫ്രീ ആയിട്ട് പുതിയ സംരംഭകർക്ക് ഈ വായ്പ കൊടുക്കണം. അതായത് 1 കോടി രൂപയാണ് ഓരോ ബ്രാഞ്ചും കൊടുക്കണം. അതിന്റെ സാധാരണ പലിശയൊക്കെ സാധാരണയാണ്, പലിശ എക്സംഷൻ ഒന്നുമില്ല. പക്ഷെ കൊളാറ്ററൽ ഫ്രീ ആയിട്ട് ഈ 1 കോടി രൂപ കൊടുക്കണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഈ വർഷം അത് 2 കോടിയാക്കി ഉയർത്തിയിട്ടുണ്ട്. സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിൽ വനിതകൾക്കും SC/STക്കും മാത്രമാണ് അതിന്റെ ഒരു ആനുകൂല്യം കിട്ടുക.
അപ്പൊ പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു വലിയ ആശ്വാസമാണ്. അത് പ്രത്യേകിച്ച് വിമൻ, അതുപോലെ SC കാറ്റഗറിയിൽ. അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഫുഡ് ടെക്നോളജി ബീഹാറിൽ ആരംഭിക്കാൻ പോകുന്നു. അതിപ്പോ ബീഹാറിന് വാരിക്കോരി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ബീഹാർ അത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്, അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കേരളത്തിന് കൂടുതൽ കൊടുത്തിട്ട് നമുക്ക് ചർച്ചയുടെ ഇലക്ഷൻ ഒന്നും വരുന്നില്ലല്ലോ. ശരി, നമുക്ക് ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ പറയൂ. മുദ്ര യോജന ഹോം സ്റ്റേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അങ്ങനെ എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ കൊണ്ടുവരുന്നു. അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ, എക്സ്പോർട്ട് യൂണിറ്റുകൾക്ക് 20 കോടി രൂപയുടെ അഡീഷണൽ ഫണ്ടിങ് കൂടി ഈ ബഡ്ജറ്റിൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. യെസ്, ശരി. ശ്രീമതി അനിതകുമാരി, ശ്രീ TS ചന്ദ്രൻ പറഞ്ഞത് കേട്ടല്ലോ. താങ്കൾ ബഡ്ജറ്റിനെ എങ്ങനെ വിലയിരുത്തുന്നു? ബഡ്ജറ്റ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നോ? ശരിക്കും 25-26 ബഡ്ജറ്റിൽ നമുക്ക് കൂടുതൽ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കാരണം തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും അതോടൊപ്പം അസമത്വം കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, ഇത്രയും കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ നല്ല രീതിയിൽ അഡ്രസ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ 4 കാര്യങ്ങളിലും വലിയ വ്യത്യാസം ഉണ്ടായില്ല. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ ബഡ്ജറ്റ് സൈസ് എടുത്ത് നോക്കിയാൽ അറിയാം. ഇപ്പൊ സാറ് പറഞ്ഞതിനോട് ഞാൻ ശരിവെക്കുമ്പോഴും അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വർഷത്തെ ബഡ്ജറ്റ് സൈസ് എന്ന് പറയുന്നത് നമ്മുടെ GDP-യിലെ 14.21% ആണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിന്റെ സൈസ്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് സൈസ് നോക്കണം, GDP-യുടെ 14.74 ഉണ്ടായിരുന്നു. അപ്പം ഒരു ബഡ്ജറ്റ് സൈസ് കുറച്ചുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഇൻഫ്രാസ്ട്രക്ചറിന് കൂടുതൽ ഫണ്ട് വേണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിനേക്കാളും കുറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ശരിക്കും 3.14% മാത്രമേ ഉള്ളൂ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്. ഒരു മുമ്പ് 11 ലക്ഷം കോടി ഉണ്ടായിരുന്നു, അത് ശകലം മാറി 11.11 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ലക്ഷം കോടി. അത് മാറ്റിയിട്ട് 11.21 എന്നാക്കി. അതായത് വെറും 10 ലക്ഷം കോടിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ ഒരു ഓവറോൾ ആയിട്ട് ഒരു ഇൻക്രീസ് ബഡ്ജറ്റ് സൈസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സാമ്പത്തിക വളർച്ചയെ ഒരു കാരണവശാലും ത്വരിതപ്പെടുത്തത്തില്ല. അത് അങ്ങേയറ്റം നിരാശാജനകമായിപ്പോയി. പിന്നെ കേരളത്തിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു എന്താ പറയണ്ടേ, പബ്ലിക് ഫൈനാൻസിന്റെ ഒരു നോക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലായത്, ഈ ഒരു ബഡ്ജറ്റ് സൈസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നേടാൻ പറ്റത്തില്ല. അതിന്റെ പ്രധാന ലക്ഷണമാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്, സബ്സിഡി നന്നായിട്ട് കുറച്ചിട്ടുണ്ട്, MGNREGക്ക് കൊടുക്കുന്നതിനകത്ത് ഒരു കൂടുതലും ഉണ്ടായിട്ടില്ല. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കുറവ് കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോട്ടൽ ബഡ്ജറ്റ് സൈസ് കൂടിയെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 15% വർധന വന്നാലല്ലേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ഇപ്പൊ MSMEക്കായാലും അല്ലാതെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതൊന്നും ഇതിനകത്ത് കാണുന്നില്ല. ഞാൻ കണ്ട ഏറ്റവും വലിയ പോരായ്മ അതാണ്. ശരി, വ്യക്തമാണ്. ഡോക്ടർ ഹരികുമാർ, 2026 സാമ്പത്തിക വർഷത്തിൽ ബഡ്ജറ്റ് 4.4% ധനക്കമ്മി പ്രവചിച്ചിട്ടുണ്ട്. സാമ്പത്തിക വളർച്ചയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഈ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമോ? സാമ്പത്തിക വളർച്ചയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ചോദിച്ചത് വളരെ സംശയമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന്റെ തുടക്കം തന്നെ നമ്മൾ ഡയറക്റ്റ് ടാക്സിൽ വെച്ച് തുടങ്ങുകയാണെങ്കിൽ, ഈ നമ്മുടെ ഇൻകം ടാക്സിൽ വന്നിരിക്കുന്ന റവന്യൂ ലോസ് എവിടെയാണ് ഇത് അക്കോമഡേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളൊരു വലിയൊരു ഇഷ്യൂ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ 4.4 എന്ന് പറയുന്ന ഒരു യുണീക്ക് അല്ലെങ്കിൽ ഗോൾഡൻ റൂൾ എന്നൊന്നും ആയിട്ടുണ്ട്. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ വന്നാലും അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിനകത്തൊന്നും സംഭവിക്കാൻ ഓൾറെഡി ഒരു ഇൻഫ്ലേഷൻ നിൽക്കുന്ന ഒരു ഇക്കോണമിക്ക് ആണ്. അപ്പോൾ പിന്നെ അങ്ങനെ മാക്രോ എക്കണോമിക് പാരാമീറ്റേഴ്സ് സ്ട്രോങ് ആണെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇക്കോണമി ഒന്നും അല്ല ഇപ്പൊ. ആസ് സച്ച് അങ്ങനെ നമുക്ക് വാദിക്കാൻ പറ്റില്ല. അപ്പോ അതുകൊണ്ട് ഈ 4.4% മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിട്ട് ഇത് ഈ രീതിയിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് സംശയമത്തോടു കൂടി മാത്രമേ അതിനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അത് തന്നെയാണ് അനിതകുമാരി പറഞ്ഞതിനകത്ത് ഉള്ളൊരു കാര്യം. അതിനകത്ത് അന്തർലീനമായി കിടക്കുന്നുണ്ട് ആ ഒരു പർട്ടിക്കുലർ കാര്യം. എങ്ങനെയാണ് ബഡ്ജറ്റ് സൈസ് കൂടാതെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പോവുക.
എന്നൊരു സംശയമാണ് അതിനകത്ത് നിൽക്കുന്നുണ്ട്. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഇതിനെ ചില ആൾക്കാർ ഇന്ന് പലരും പറഞ്ഞു ഇതൊരു ഫിസിക്കൽ പ്രൂഡൻസ് ആണ് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഫിസിക്കൽ അങ്ങനെ ഒരു ടൈറ്റ് ആയിട്ട് പിടിച്ചു നിർത്തിക്കൊണ്ട് ഇക്കോണമിയിൽ തൊഴിലില്ലായ്മ ഒരു വശത്ത്, ഉൽപാദന മേഖലയിൽ ഉണ്ടാകുന്ന കുറവ്, അതേപോലെ തന്നെ ഇനീക്വാലിറ്റിയിൽ വന്നിരിക്കുന്ന ഉള്ള പ്രശ്നങ്ങൾ, ഇതിനെല്ലാം അഡ്രസ് ചെയ്ത് വരുമ്പോ ഈ പ്രശ്നത്തിനെ ഇങ്ങനെ ഈ ബജറ്റ് സൈസിനെ ഒരിക്കലും ഇങ്ങനെ ഈ രീതിയിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ടിട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരി ഡോക്ടർ ഹരികുമാർ, ബഡ്ജറ്റ് അടിസ്ഥാന മേഖലയെ, കാർഷിക മേഖലയ്ക്കും അതുപോലുള്ള അടിസ്ഥാന മേഖലയെ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അഗ്രികൾച്ചർ സെക്ടറിലെ കാർഷിക മേഖലയിൽ അടിസ്ഥാനമായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സബ്സിഡീസ് നമ്മൾ വിലയിരുത്തുന്നുണ്ട്. സബ്സിഡീസിലൊക്കെ കുറവാണ് വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ വേറൊരു ഫാക്ടറുണ്ട്, MSME, ഈ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. അവിടെയും കാര്യമായ വർധനവില്ല, അല്പം കുറവാണ് കാണിക്കുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് വരുമ്പോൾ ഇത് ഇക്കോണമിയിലെ റൂറൽ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മയിലേക്ക് കടക്കും. പക്ഷെ നമ്മൾ പറയുമ്പോൾ ബജറ്റിനകത്ത് എടുത്ത് പറയുമ്പോൾ 1000 അഗ്രി ഡിസ്ട്രിക്ട്സ് ക്രിയേറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബീഹാറിന് മാത്രം മഖാന ബോർഡ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതേപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫുഡ് പ്രോസസിംഗ്, ഇതെല്ലാം കൊണ്ടുവരും എന്ന് പറയുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് പ്രോസസിംഗ് എന്ന് പറയുന്ന ഒരു ഗവേഷണ സ്ഥാപനത്തിൽ കൂടി പെട്ടെന്നൊരു അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളൊന്നും കൊണ്ടുവരാൻ, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവരേണ്ടതാണ്. മഖാന എന്ന് പറയുന്ന സാധനം തന്നെ ആദ്യം എല്ലാവരും ഒന്ന് തപ്പുന്നുണ്ടാവും. പക്ഷെ എന്താണ് സാധനം ശരിക്കും പറയുന്നത് താമരയുടെ മൊട്ടാണ്. താമരയുടെ മൊട്ടിൻ്റെ ഉള്ളിലുള്ള കുരുവിനെ അത് പ്രോസസ് ചെയ്തെടുക്കുന്നതിനാണ് മഖാന എന്ന് പറയുന്നത്. പക്ഷെ അതിന് ഇത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തും കൊണ്ടിട്ട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ട് കൊണ്ടുവരേണ്ട ആവശ്യങ്ങളുണ്ടോ? പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ ഞാൻ വിലയിരുത്തുന്നത് ഈ നമ്മുടെ ഈ സബ്സിഡീസ് അഗ്രികൾച്ചർ സെക്ടറിൽ കുറച്ചു. അതേപോലെ തന്നെ ഈ മിനിമം സപ്പോർട്ട് പ്രൈസിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് ഈ അഗ്രികൾച്ചർ പ്രോഡക്ട്സിന്റെ കാര്യം ഇത് സൈലന്റ് ആണ്, ബജറ്റിനകത്ത് സൈലന്റ് ആണ്. അപ്പൊ പ്രധാനപ്പെട്ട ഊന്നൽ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ് എങ്കിലും അഗ്രികൾച്ചറിൽ വേണ്ടത്ര പ്രാധാന്യം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങുന്നത്. ശ്രീ സുബിൻ VR, 12 ലക്ഷം വരെയുള്ള വരുമാനത്തിന് ആദായ നികുതി ഒഴിവാക്കിയ നടപടി സാധാരണക്കാരൻ്റെ കയ്യിൽ കൂടുതൽ പണം എത്തിക്കുകയും വാങ്ങൽ ശേഷി ഉയർത്തുകയും ചെയ്യില്ലേ? തീർച്ചയായിട്ടും അത് വാങ്ങൽ ശേഷി ഉയർത്തും. അതിൽ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ കുറച്ച് കഴിഞ്ഞ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പതുക്കെ ഇൻകം ടാക്സിന്റെ ആ ഒരു എക്സംഷൻ ലിമിറ്റ് അത് പതുക്കെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതായത് ഇപ്പോൾ ലാസ്റ്റ് 5 lakhs ആയിരുന്നു അതിന് മുമ്പ്, അതിനുശേഷം തന്നെ അതൊരു 7 lakhs ആക്കിയിട്ട് എൻഹാൻസ് ചെയ്തു. ഇപ്പോൾ അത് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു ഒരു 10 lakhs വരെയൊക്കെയാണ് ഒരു എക്സംഷൻ ഉണ്ടാവുമെന്നാണ് ജനറലി പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഒരു പ്രതീക്ഷകളെ പോലും കടത്തി വെട്ടിക്കൊണ്ടാണ് 12 ലക്ഷം രൂപ വരെ ഒരു എക്സംഷൻ, അല്ലെങ്കിൽ അത് റിബേറ്റോട് കൂടിയിട്ട് 87A റിബേറ്റോട് കൂടിയിട്ട് നികുതിയിൽ നിന്ന് ഒഴിവാക്കിയത്. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇൻകം ടാക്സ് സ്ലാബ് കൂടി ഒന്ന് റീഫിക്സ് ചെയ്തു. അതായത് 24 ലക്ഷം രൂപ വരെ, എനിക്ക് തോന്നുന്നു 24 ലക്ഷം രൂപ ഉള്ള വരുമാനമുള്ള ആൾ കഴിഞ്ഞ വർഷത്തെ റിട്ടേൺ ആയിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1,10,000 രൂപയിലധികമാണ് അതിൽ ഇൻകം ടാക്സിൽ ഒരു ബെനിഫിറ്റ് വരുന്നത്. ഇതിൽ മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വാരികോരി കൊടുത്തിരിക്കുന്നത് ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുന്നത്, അതായത് കുറച്ച് 3-4 വർഷങ്ങൾക്കുള്ളിൽ മാത്രം വന്ന് ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ബെനിഫിറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പുറത്തെ പഴയ ഒരു റെജീം, ഒരു ഓൾഡ് ടാക്സ് റെജീം, ഒരു കാര്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്റൻഷനലി അത് എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് പതുക്കെ അത് ഒന്ന് സൈഡാക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. അതായത് കുറച്ചാൾ കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 80% ആളുകളും ഇപ്പൊ ന്യൂ ടാക്സ് റെജീമാണ് ലാസ്റ്റ് ഇയർ വരെ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വർഷം ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ ഒരു 95% ആളുകളും ന്യൂ ടാക്സ് റെജീം തന്നെയാണ് ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുള്ളത്. അപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ട് ടാക്സ്, അതായത് ഒരു സാധാരണക്കാരന്റെ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സാലറീഡ് ക്ലാസ് എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ളൊരു. ശ്രീ സുബിൻ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നിലവിലെ ഒരു സാഹചര്യത്തിൽ ഏത് റെജീം ആണ് ചൂസ് ചെയ്യേണ്ടത്, പഴയതോ പുതിയതോ? ഈ ഒരു സെനാരിയോയില് നമ്മൾ എങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഇതൊരു പുതിയ റെജീം ആയിരിക്കും ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത്.
കാരണം നമുക്ക് എത്രയൊക്കെ, അതായത് 12 lakhs വരെ എഫക്റ്റീവ്ലി 12.75 lakhs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 12.75 lakhs വരെ നമുക്ക് ടാക്സ് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഓൾഡ് റെജീം ആണെന്നുണ്ടെങ്കിൽ അത് 5 lakhs വരെയാണ് അതിന്റെ ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഒരു 7 ലക്ഷം രൂപയിലധികമൊക്കെ ഡിഡക്ഷൻ ഉണ്ടെങ്കിലാണ് പ്രാക്ടിക്കലി ഒരു പഴയ റെജീം അട്രാക്റ്റീവ് ആയിട്ട് വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും അങ്ങനെ ഒരു 7 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻ ഒന്നും സാധാരണ ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ബഡ്ജറ്റോട് കൂടിയിട്ട് ഒരു 99% ആളുകളും ന്യൂ ടാക്സ് റെജീമിലേക്ക് വരാനാണ് സാധ്യതയുള്ളത്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ന്യൂ ടാക്സ് റെജീമിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? അതിലൊരു റീസൺ ഉള്ളത് എനിക്ക് തോന്നുന്നു നേരത്തെ സാർ പറഞ്ഞതുപോലെ ഒരു ഓൾഡ് ടാക്സ് റെജീമിൽ എപ്പോഴും ഒരു ഡിഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ്, എനിക്ക് തോന്നുന്നു പുതിയ തലമുറ അത്ര ഇൻവെസ്റ്റ്മെന്റിലൊന്നും അത്ര വലിയൊരു അട്രാക്ഷൻ ഒന്നും കാണുന്നില്ല. ഒരു എക്സ്പെൻഡിച്ചർ സൈഡിലേക്കാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് ന്യൂ ടാക്സ് റെജീം കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് പുതിയ ഒരുപാട് ആളുകൾ ന്യൂ ടാക്സ് റെജീമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാനായിട്ട്. അപ്പോൾ ആ ഒരു സേവിങ്സ് എന്നുള്ള ഒരു ആംഗിളൊന്നും, ഒരു ടാക്സ് സേവിങ്സ് സ്കീം അതൊക്കെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഗവൺമെന്റ് കരുതുന്നത്. ഇപ്പോൾ വരുന്ന പുതിയ തലമുറയും കരുതുന്നത്. ശരി, വ്യക്തമാണ്. ഗവൺമെന്റ് വരുന്നത്. ശരി, വ്യക്തമാണ്. ശ്രീ TS ചന്ദ്രൻ, അടിസ്ഥാന സൗകര്യ വികസനവും മറ്റ് വികസന പ്രവർത്തനങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് സർക്കാരിന് കൂടുതൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തെ ആശ്രയിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ബഡ്ജറ്റ് യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല. ഇതിനെ എങ്ങനെ കാണുന്നു? ഇപ്പോൾ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച ഇൻകം ടാക്സ് തന്നെ അതിന്റെ കൂടുതൽ അതിന്റെ ഒരു നിയമപരമായിട്ടുള്ള അതിന്റെ ഘടനയും മറ്റുമൊക്കെ പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ആ ബഡ്ജറ്റിൽ തന്നെ അവർ പറഞ്ഞത്. അപ്പൊ ഈ 12 ലക്ഷം എങ്ങനെയൊക്കെയാണ് അതിൽ വരാൻ പോവുക എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. അപ്പൊ ആ പ്രതീക്ഷിച്ച അതുപോലെ തന്നെ നമ്മൾ ഈ പ്രഖ്യാപിച്ച അതുപോലെ തന്നെ ചിലപ്പോൾ അതിൽ വരണമെന്നില്ല. ആ 12 ലക്ഷത്തിന്റെ ഉള്ളിൽ പല ക്ലോസുകളും വരാം. ഇപ്പൊ 12 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഇതിൽ വേറെ ഒത്തിരി വിഷയങ്ങൾ ഈ ബഡ്ജറ്റിലുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പൊ നേരത്തെ അജിതകുമാരി മാഡം ഒക്കെ സൂചിപ്പിച്ചതുപോലെ MNREGSന്റെ 86,000 കോടി അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന വർഷങ്ങളായിട്ട് ഒരു പ്രോഗ്രസും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഭാരതം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഏത് പ്രായക്കാരനും ഏത് താല്പര്യമുള്ള ആളുകൾക്കും ഒരു തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് ഉണ്ടായത് MNREGS ആണ്. അത് അല്ലാതെ മറ്റൊരു പദ്ധതിയില്ല. ഇപ്പൊ ഏതൊരു വ്യക്തിക്കും, പ്രായം പോലും വിഷയമല്ലാതെ ഏതൊരു വ്യക്തിക്കും ഏത് സമയത്തും തൊട്ടടുത്തുള്ള പഞ്ചായത്തിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത ദിവസം 100 ദിവസം അയാൾക്ക് ജോലി ചെയ്യാനും വരുമാനം ഉണ്ടാക്കാനും കഴിയുന്ന എൻഷ്വേർഡ് എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന ഒരു സ്കീം. ആ ഒരു സ്കീം എന്ന് പറയുന്നത് ചെറുതല്ല. പക്ഷെ അതിന്റെ ഒരു എമൗണ്ട്, അതിന്റെ ഒരു ബഡ്ജറ്റ് ഔട്ട്ലൈ എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് കാര്യമായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ വളരെ വലിയ ഒരു പ്രശ്നം വരാൻ പോകുന്ന വർഷം നമ്മളെ കാത്തിരിക്കുന്നത് പെട്രോൾ വിലയിൽ ഉണ്ടാകാൻ പോകുന്ന വർധനവാണ്. ഈ കഴിഞ്ഞ വർഷമൊക്കെ പെട്രോൾ സബ്സിഡി കൊടുക്കുന്നതിന് 1,47,000 കോടി വകയിരുത്തിയിരുന്നു എങ്കിൽ ഇന്നത്തെ ബജറ്റില് 1,21,000 കോടിയായി അത് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വരാൻ പോകുന്ന വർഷത്തിൽ പൊതുവെ പെട്രോളിയം പ്രോഡക്റ്റുകളുടെ വില വർധനവ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ പെട്രോളിയം പ്രോഡക്റ്റിന്റെ വില വർധനവ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിനൊരു ചെയിൻ എഫക്റ്റ് ഉണ്ടാകും. മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങളിലും അഗ്രികൾച്ചർ ഉൾപ്പെടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റുകളിൽ സ്വാഭാവികമായിട്ടും വില വർധനവ് ഉണ്ടാകും. കേരളത്തെ അത് വളരെ വളരെ ദോഷമായിട്ട് ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫുഡ് സബ്സിഡിക്കും കാര്യമായ ഒരു വർധനവ് എന്ന് പറയാവുന്നത് വരുത്തിയിട്ടില്ല. വളരെ ചെറിയൊരു നോമിനൽ വർധനവ് മാത്രമാണ് ഫുഡ് സബ്സിഡിക്കും വരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ സബ്സിഡി, അഗ്രികൾച്ചർ വിഭാഗത്തിന് കൊടുക്കുന്ന കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ സബ്സിഡി, അതിലും ഏറെക്കുറെ കുറവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല മേഖലയിലും, അതുപോലെ തന്നെ ആരോഗ്യ മേഖല എടുത്തു കഴിഞ്ഞാൽ
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ മേഖലയിൽ മൊത്തം ബഡ്ജറ്റിന്റെ 2% ആരോഗ്യ മേഖലയിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഈ നാഷണൽ ഹെൽത്ത് മിഷന്റെ തന്നെ ഒരു ഒബ്ജക്റ്റീവ്. പക്ഷെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് പ്രൊവിഷൻ എടുത്തു കഴിഞ്ഞാൽ 1% പോലും ആരോഗ്യ മേഖലയ്ക്ക് ബഡ്ജറ്റ് ഔട്ട്ലേ വരുന്നില്ല. അപ്പൊ ഇത്തരം സേവന ജനങ്ങളുടെ ആരോഗ്യ തൊഴിൽ മേഖലകളിലൊക്കെ തന്നെ കാര്യമായിട്ടുള്ള ബഡ്ജറ്റ് വിഹിതത്തിന്റെ കുറവ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, അതുപോലെ നമ്മുടെ എക്സ്പോർട്ട് കൂട്ടണം, നമ്മുടെ സെയിൽസ് വർദ്ധിപ്പിക്കണം, അതുപോലുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുക്കിക്കൊണ്ടാണ് ഈ ബഡ്ജറ്റ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇൻഫ്രാസ്ട്രക്ചർ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ഈ ബഡ്ജറ്റിൽ വന്നിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്. ഡോക്ടർ ഹരികുമാറിലേക്ക് ഒന്ന് പോവുകയാണ്. ഡോക്ടർ ഹരികുമാർ ഈ ചർച്ചയിൽ മുഴുവൻ സമയവും നമ്മളോട് കൂടി ഉണ്ടാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ ഹരികുമാർ, ശരി. ഡോക്ടർ ഹരികുമാർ, മധ്യവർഗത്തെ പിന്തുണയ്ക്കുന്നതിനും ഉപഭോക്തൃ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ബഡ്ജറ്റിൽ മതിയായ നടപടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇൻകം ടാക്സിന്റെ സ്ലാബിൽ വരുന്ന വ്യത്യാസം ഈ പറഞ്ഞ പോലെ തന്നെ 12,70,75,000 രൂപ അല്ലെങ്കിൽ ആ 12 ലക്ഷം രൂപയുടെ ആ ഒരു ബെനിഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ 12 ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് 80,000 രൂപയും 18 ലക്ഷം രൂപ 70,000 രൂപയും 25 ലക്ഷം ആണെങ്കിൽ അതിൽ 1,10,10,000 രൂപയുടെ ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ള ഒരു ഇതാണ് മധ്യവർഗക്കാർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് ഇതിനകത്ത് പറയുന്നത്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകത നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ, ഈ ഇൻകം ടാക്സ് ബെനിഫിറ്റിൽ കൂടി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അത് എക്കോണമിയിൽ പ്രൈസ് ലെവൽ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ നിലനിൽക്കുകയാണ് എങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ് എന്താ ഉണ്ടാവുക എന്ന് പറയാനായിട്ട് സാധിക്കില്ല. വേറെ ഒരു കാര്യം കൂടെ അതിനകത്ത് കാണിക്കണം. ഇത് മുഴുവൻ മാർക്കറ്റിലേക്ക് തന്നെ വരും എന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനായിട്ട്, മാർക്കറ്റിലേക്ക് വരികയാണ് ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊഡക്ട്സിന് വേണ്ടി മുഴുവൻ ചെലവാക്കും എന്ന് പ്രതീക്ഷിക്കാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ കൺസ്യൂമറിന്റെ കാര്യത്തിൽ കുറെ കൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിട്ട് ഉള്ള ഒരു അപ്രോച്ച് ഇതിനകത്ത് ഉണ്ടാവണമായിരുന്നു. അതും ഈ ബഡ്ജറ്റിനകത്ത് കാണുന്നില്ല. ഇൻകം ടാക്സിന്റെ ഒരു കാര്യം മാത്രം എടുത്തിട്ടാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻകം ടാക്സിന്റെ കാര്യം മാത്രം, അത് 10 ലക്ഷത്തിൽ പ്രതീക്ഷിക്കുന്നു 12 ലക്ഷത്തിലേക്ക് ആയെന്ന് പറഞ്ഞപ്പോൾ അത് വലിയൊരു സംഭവം പോലെ അങ്ങോട്ട് പറയാണ്. പക്ഷെ അതിന്റെ യഥാർത്ഥത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഉള്ളതിൽ 130 കോടി ജനങ്ങൾ ഉള്ളതിൽ 4% ഇൻകം ടാക്സ് പേയേഴ്സ് ഉള്ളത്. അതായത് 7.5 കോടി ജനങ്ങൾ മാത്രമേ ഇൻകം ടാക്സ് കൊടുക്കുന്നുള്ളൂ എന്ന് പറയാം. അവർക്ക് മാത്രമാണ് ഈ ബെനിഫിറ്റിലേക്ക് വരുന്നത്. ആ ബെനിഫിറ്റ് കിട്ടുന്നത് ഇവർക്ക് മാത്രമാണ്. പക്ഷെ ഇതിനും പുറത്ത്, ഇൻകം ടാക്സ് നെറ്റ്വർക്കിന്റെ പുറത്ത് ഈ വരുമാനത്തിന് താഴെയുള്ള വ്യക്തികളും ഉണ്ട് എന്നുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ട് മറന്ന ഒരു അവസ്ഥയാണ്. അതാണ് ഞാൻ പറഞ്ഞ ഇൻഫ്ലേഷന്റെ റോൾ അവിടെ പറയുന്നത്. ഇൻഫ്ലേഷൻ അവരെയും ഇത് കൂടുതലായിട്ട് ബാധിക്കുന്ന ഒന്നാണ്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും. അതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ശ്രീമതി അനിതകുമാരി, ഡോക്ടർ ഹരികുമാർ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സിൻ്റെ ആനുകൂല്യങ്ങളാണ്. അതിൻ്റെ മറവിലായിരിക്കുകയാണ്. കേരളം പോലുള്ള സംസ്ഥാനത്തെ പൂർണ്ണമായും അവഗണിച്ചൊരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബഡ്ജറ്റ് സാധാരണക്കാരനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ എല്ലാവരും ഇത് കേൾക്കുമ്പോ ഇൻകം ടാക്സ് 12 ലക്ഷം ആക്കി, അതുകൊണ്ട് ആൾക്കാരെല്ലാം ഹാപ്പിയാണ്. ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, അതായത് നമ്മുടെ ഒരു സേവിങ് കൾച്ചറിനെ ഇതങ്ങ് ഹനിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഹൗസിംഗ് ലോൺ എടുക്കുന്ന ഒരാൾക്ക് 2 ലക്ഷം രൂപ വരെ ഇൻട്രസ്റ്റിന് എക്സംഷൻ ഉണ്ടായിരുന്നു. അതുപോലെ 1.5 ലക്ഷം അവർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എക്സംഷൻ കിട്ടുമായിരുന്നു പഴയ റെജീമില്. പക്ഷെ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ സ്കീമിലോട്ട് പോകണ്ട, പുതിയ സ്കീമിൽ വന്നാൽ മതി, നിങ്ങൾ കയ്യിൽ കിട്ടുന്നത് സ്പെൻഡ് ചെയ്തോളൂ, എങ്ങനെ സേവ് ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള ഒരു നിലപാട് ഇതിനകത്ത് വന്നു. അത് ശരിക്കും ഒരു എന്താ പറയണ്ടേ, എക്കോണമിയുടെ ആ സേവിങ് കൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലോട്ടും ഒക്കെ പോകുന്നത്. അപ്പൊ അത് ഉണ്ടായില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു നിരാശയായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 7.5 ലക്ഷം, അതായത് സാലറീഡ് പീപ്പിളിന് 7.5 ലക്ഷം വരെ അവർ എക്സംഷന്റെ നോക്കുന്നുള്ളൂ, ബാക്കിയുള്ളതിൽ ടാക്സ് വരും.
എന്നാൽ ഈ 12 ലക്ഷം പറഞ്ഞെങ്കിലും അതിനൊന്നും ടാക്സ് ഇല്ലാത്തൊരവസ്ഥ വരില്ല. അത് ഒത്തിരി കണ്ടീഷണാലിറ്റീസ് അതിനകത്ത് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിനോടൊപ്പം ഇപ്പൊ കേരളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ 24,000 കോടിയുടെ ഒരു പാക്കേജ് കൊടുത്തിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. 24,000 കോടി കൊടുത്തിട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ വയനാട്ടിലെ ആൾക്കാരുടെ ആ ഒരു പുനരധിവാസത്തിന് വേണ്ടിയെങ്കിലും ഒരു കാര്യം, ഒരു കുറച്ച് തുകയെങ്കിലും മാറ്റി വെക്കാമായിരുന്നു. അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേക 5,000 കോടിയുടെ പാക്കേജ് ചോദിച്ചിരുന്നു, അതുണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സാമ്പത്തിക ഫെഡറലിസത്തിന് ശരിക്കും അതിന്റെ ഒരു അവഗണനയായിട്ടാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ശരിക്കും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അപ്പം ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ് പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, അത് പിന്നെ മാൻഡേറ്ററി ആയിട്ട് ഓരോ വർഷം ഇത്ര കൊടുക്കാന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ GST കോമ്പൻസേഷൻ സെസ്സിന്ന് ഏകദേശം 1,53,000 കോടി രൂപ കളക്ട് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി നിശബ്ദമാണ്. അത് പിന്നെ നമ്മുടെ കോവിഡ് കാലത്ത് പിന്നെ ലോൺ സംസ്ഥാനങ്ങൾക്ക് തന്നതുകൊണ്ട്, ടാക്സ് കുറഞ്ഞതുകൊണ്ട് ലോൺ തന്നതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുകയാണ്. പക്ഷെ ഏകദേശം ആ ലോൺ തീരാറായി. പക്ഷെ അതിനെക്കുറിച്ച് അത് സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ഷെയർ നൽകുകയോ അങ്ങനെയുള്ള ഒരു കാര്യത്തിലും ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത. വേറൊരു കാര്യം നമ്മൾ ഇതിനകത്ത് കാണുന്നതെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ടാക്സിന്റെ ആ ഒരു എസ്റ്റിമേറ്റ് തന്നെ കഴിഞ്ഞതിനേക്കാൾ കുറച്ച് വെച്ചിരിക്കുകയാണ്. അതേസമയം ഇൻകം ടാക്സ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഇൻകം ടാക്സിൽ നിന്ന് 1 ലക്ഷം കോടിയുടെ കുറവുണ്ടാകും. എന്തുകൊണ്ട് ഒരു പ്രോഗ്രസീവ് ആയിട്ട് ടാക്സേഷൻ നടത്തിയിട്ട് ഈ 1 ലക്ഷം കോടി തിരിച്ചു പിടിച്ച് സബ്സിഡിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ട് ചെലവാക്കിയില്ല എന്നുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ഇനീക്വാളിറ്റി ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹയർ ഇൻകം ഗ്രൂപ്പിനെ ടാക്സ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞാണ്. തോമസ് പിക്കറ്റി പോലുള്ളവർ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു സ്റ്റെപ്പ്, അതായത് നിങ്ങൾക്ക് 1 ലക്ഷം കോടിയിൽ കൂടുതൽ ഇവിടെ ടാക്സ് ഫോർഗോൺ ഉണ്ടായെങ്കിൽ അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് മൊബിലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കൂടാതെ നമ്മൾ നോക്കിയാൽ അറിയാം, മൊത്തം ടാക്സിന്റെ അല്ലെങ്കിൽ മൊത്തം റവന്യൂ ജനറേഷന്റെ ഒരു 5% ഉള്ളൂ നോൺ ടാക്സ് റവന്യൂ, അതായത് നികുതിയേതര വരുമാനം. എന്തുകൊണ്ട് നികുതിയേതര വരുമാനം കൂട്ടാനായിട്ട് ഒരു ശ്രമം നടത്തിയില്ല എന്നുള്ളതാണ്. അതുപോലെ ഈ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന ടാക്സ് ഷെയർ ഉണ്ടല്ലോ, ഗ്രോസ് ടാക്സ് റവന്യൂവിൽ നമ്മൾ GST അതിന്റെ ഷെയറിൽ നോക്കുമ്പോൾ 40, അതായത് ഗ്രോസ് ടാക്സ് റവന്യൂ കേന്ദ്രം കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് 41% സെസ്സും സർചാർജും കഴിഞ്ഞിട്ട് സംസ്ഥാനങ്ങൾക്ക് തരണമെന്നാണ് 41%. പക്ഷെ നോക്കുമ്പോൾ 30% മാത്രമേ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെയും ഒരു കൂടുതൽ ഈ ഇതിനകത്ത് നമ്മൾ ഈ ബഡ്ജറ്റിൽ കാണുന്നില്ല. അപ്പം പൊതുവെ കേരള സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യേകിച്ച് ഒരു എന്താ പറയണ്ടേ പ്രതീക്ഷകളും വലുതായിട്ട് വെക്കേണ്ട. കഴിഞ്ഞ വർഷം കിട്ടിയ അതും ഈ 1 ലക്ഷം കോടി കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ 41% കിട്ടുന്നതിലും കുറയും. കാരണം ഇൻകം ടാക്സിലുള്ള കുറവ് സ്വാഭാവികമായിട്ടും സെൻട്രൽ ഷെയർ ഓഫ് ടാക്സസിൽ സ്വാഭാവികമായിട്ടും വരും. അല്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ കൂടുതൽ പിരിച്ചെടുക്കണമായിരുന്നു. അത് സംഭവിച്ചിട്ടില്ല. പുതിയ നികുതി പരിഷ്കാരങ്ങൾ, അതായത് വ്യക്തിഗത നികുതിദായകരിലും ബിസിനസ്സുകളിലും എന്ത് സ്വാധീനം ചെലുത്തും? ഇതിലൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ചന്ദ്രൻ സാറും ഇതുപോലെ തന്നെ മേഡവും പറഞ്ഞിരുന്ന ഒരു മാറ്റർ, 12 ലക്ഷം രൂപ വരെ എക്സംഷൻ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ പോലും അതിൽ 7.5 ഉള്ളൂ, അല്ലെങ്കിൽ അത് പുതിയ കാര്യങ്ങൾ വന്നാലേ അറിയാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതിലൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്. അത് ഇന്നത്തെ ഫിനാൻസ് ആക്ടിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ളത്. മുമ്പ് ഉണ്ടായിരുന്ന 7 lakhs എന്നുള്ളൊരു ലിമിറ്റ് എക്സാക്ട്ലി തന്നെ 12 lakhs ആക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്തേക്കാണ്. അപ്പൊ അതിൽ ക്യാപിറ്റൽ ഗെയിൻസ് ഒഴിച്ചിട്ടുള്ള എല്ലാ വരുമാനങ്ങൾക്കും ടാക്സ് എക്സെപ്ഷൻ ഉണ്ട്. ബിസിനസിന്റെ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വാടകയോ, അതായത് എക്സെപ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ എല്ലാത്തിനും എക്സെപ്ഷൻ ഉണ്ട്. അതായത് അപ് ടു 12 സാലറീഡ് ആണെന്നുണ്ടെങ്കിൽ 12.75 lakhs എന്നുള്ള ഒരാൾക്ക് അതിൽ എക്സെപ്ഷൻ ഉണ്ട്. നമുക്ക് പറഞ്ഞതിൻ്റെ ഇടയിൽ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സാർ പറഞ്ഞതുപോലെ ഇതിൽ ഫുൾ കംപ്ലീറ്റ് ഫണ്ടും മാർക്കറ്റിലേക്ക് വരണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു ബൂസ്റ്റ് ഉണ്ടാവാനും സാധ്യതയില്ല. എങ്കിൽ പോലും ഒരു മണി ഫ്ലോ മാർക്കറ്റിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇൻഡിവിജ്വൽസിന്റെ ആയാൽ പോലും അല്ലെങ്കിൽ ബിസിനസ് ഇൻകത്തിന്റെ ആയാൽ പോലും ആ ഒരു ലെവലിലുള്ള ഒരു എൻഹാൻസ്മെന്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, വ്യക്തമാണ്. ശ്രീ TS ചന്ദ്രൻ, ഇന്ത്യയുടെ ആഗോള മത്സരശേഷി വർദ്ധിപ്പിക്കാനും കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഈ ബഡ്ജറ്റിലെ ഈ നടപടികൾ സഹായകമാകും എന്ന് കരുതാമോ? വളരെ പ്രധാനപ്പെട്ട ഈ ബഡ്ജറ്റിന്റെ ഒരു ലക്ഷ്യം തന്നെ
4 എഞ്ചിനുകളിൽ പറയുന്നത് അഗ്രികൾച്ചർ, MSME, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സ്പോർട്ടാണ്. അപ്പൊ എക്സ്പോർട്ടിന് ഒരു വലിയ ഫോക്കസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഈ ബഡ്ജറ്റിന്റെ 4 കോർ ഏരിയ പറയുന്നതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എക്സ്പോർട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കമ്മീഷൻ ഉണ്ടാക്കും എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് 20 ലക്ഷം രൂപയുടെ 20 കോടി രൂപയുടെ ഒരു അഡീഷണൽ ഫണ്ടിങ് അത് അവരുടെ ആ താരിഫൊക്കെ അനുസരിച്ച് അതും ഈ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ കയറ്റുമതി പ്രോത്സാഹിക്കപ്പെടേണ്ട ഒരു പ്രധാന എലമെന്റ് ആണെന്ന് നമുക്കൊക്കെ അറിയാം. വികസനത്തിന്റെ ഒരു ഉലകല്ല് എന്നൊക്കെ പറയാവുന്ന ഒന്നാണ് എക്സ്പോർട്ടും ഇൻഡസ്ട്രിയൽ ഗ്രോത്തും എന്ന് പറയുന്നത്. അതുപോലെ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല. വലിയ ഒരു ജമ്പാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ. എന്റെ തന്നെ അറിവിൽ വളരെ പൂട്ടിപ്പോകേണ്ടുന്ന സ്ഥാപനങ്ങള് വളരെ പെട്ടെന്ന് തന്നെ ഫോറിൻ മാനുഫാക്ചറേഴ്സ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവിടെ വരികയും അതില് ഒരു നിശ്ചിത ശതമാനം ഷെയർ എടുക്കുകയും അവരുടെ കൂടി കോൺട്രിബ്യൂഷനോട് കൂടി ആ പ്ലാന്റിനെ വലിയ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയതുമായ നിരവധി സ്റ്റോറി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെയും അതുപോലെ തന്നെ എക്സ്പോർട്ടിനെയും അങ്ങേയറ്റം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യക്ക് ഇപ്പോൾ വലിയ കോടികൾ ആ ഒരു ഹെഡിൽ മാറ്റിവെച്ചതായിട്ട് കാണുന്നില്ല. എന്നിരുന്നാൽ പോലും അത്തരം അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുമെന്നതിൽ പറയുന്നുണ്ട്. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഗവൺമെന്റ് കൊടുക്കും. അതുപോലെ നമ്മൾ ഈ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൽ സെക്ടർ വൈസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രൊഡോമിനൻസ്, നമ്മുടെ മെഡിസിന്റെ ഒരു പ്രൊഡോമിനൻസ്, നമ്മുടെ കോട്ടൺ അതുപോലുള്ള ഉൽപ്പന്നങ്ങൾക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും എന്നും ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ മൊത്തത്തില് ഈ കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ബഡ്ജറ്റിന്റെ ഒരു ലക്ഷ്യം തന്നെയാണ്. 4ാമത്തെ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് തന്നെ അതാണ്. അപ്പോൾ കയറ്റുമതി എന്തായാലും ഈ ഗവൺമെന്റ് നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ കയറ്റുമതി ചെയ്യുന്നവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പൊ ഈ നിലവിൽ നൽകി വരുന്ന ഇൻസെന്റീവ്സ് ഉണ്ട്. എക്സ്പോർട്ടിന്റെ ഒരു നിശ്ചിത ശതമാനം മണി സബ്സിഡി എന്ന നിലയ്ക്ക് തന്നെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും രീതിയിലുള്ള ഒരു ഹൈക്കൊന്നും ഇതിൽ വരുത്തിയതായിട്ട് കാണുന്നില്ല. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം മില്ലറ്റ് ഇയർ എന്നുള്ള ലെവലിൽ പ്രഖ്യാപിക്കുകയും ആ ഒരു ഫീൽഡിലേക്ക് വലിയൊരു ഫോക്കസ് കൊടുക്കുകയും ഒക്കെ ചെയ്തു. മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്കും ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും, പക്ഷെ അതിന്റെ കൾട്ടിവേഷൻ രംഗത്ത് അതിനൊക്കെ കുറച്ച് വർധനവ് അതിന്റെ ഫലമായിട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പോർട്ടില് ഒരു ഫോക്കസ് വരുമ്പോൾ സ്വാഭാവികമായും ആ ഒരു മേഖലയിലേക്ക് ഒരു എംഫസിസ് വരും എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. ശരി, വ്യക്തമാണ്. ഞാൻ ഡോക്ടർ KP വിപിനിലേക്ക് പോവുകയാണ്. ഡോക്ടർ KP വിപിൻ, താങ്കൾ ബഡ്ജറ്റിനെ എങ്ങനെ വിലയിരുത്തുന്നു? അദ്ദേഹം പറഞ്ഞതുപോലെ അതൊരു ദിശാബോധമുള്ള ബഡ്ജറ്റ് എന്ന് വിളിക്കാൻ കഴിയുമോ? ഈ വർഷത്തെ ബജറ്റിനെ വിലയിരുത്തുമ്പോൾ അത് പൂർണ്ണമായും ദിശാബോധമുള്ള ബജറ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അതിലൊരു മിഡിൽ ഇൻകം ക്രൈസിസിനെ അഡ്രസ്സ് ചെയ്തു എന്നതാണ് ഈ ബജറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണുന്നത്. ആ മിഡിൽ ഇൻകം ക്രൈസിസ് നിലവിൽ നമ്മളെ ഇന്ത്യൻ എക്കോണമി അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് മിഡിൽ ഇൻകം ക്രൈസിസ്. ആ മിഡിൽ ഇൻകം ക്രൈസിസിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ മിഡിൽ ഇൻകം ക്രൈസിസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇൻകം ടാക്സിൽ ഉണ്ടായ പുതിയ പരിഷ്കാരങ്ങളും അതിലെ സ്ലാബ് ചേഞ്ചസ് എല്ലാം. ആ സ്ലാബ് ചേഞ്ചസിലൂടെ 1 ലക്ഷം കോടി രൂപയുടെ ധനനഷ്ടം സർക്കാരിന് വരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ 1 ലക്ഷം കോടി രൂപയുടെ ഡയറക്റ്റ് ടാക്സിലുള്ള ഒരു വരുമാന നഷ്ടം വരുമ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ശരിക്കും ഒരു സ്റ്റിമുലസ് പാക്കേജ് ആയിട്ട് ആണ് നമ്മൾ വിലയിരുത്തുന്നതായിരിക്കും നല്ലത്. കാരണം 1 ലക്ഷം കോടി രൂപയുടെ ഒരു സ്റ്റിമുലസ് പാക്കേജിലൂടെ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു പ്രശ്നമേ ഉള്ളൂ, പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നായ ഈ മിഡിൽ ഇൻകം ക്രൈസിസിനെ അഡ്രസ്സ് ചെയ്യുന്നു. പിന്നെ അതിനൊപ്പം മിഡിൽ ഇൻകം ക്രൈസിസിനോട് അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിലവിൽ അഭിമുഖീകരിക്കുന്ന ഉയർന്ന പണപ്പെരുപ്പം, വിലക്കയറ്റം, മറ്റു പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഗ്ലോബൽ ലെവലിലുള്ള ഗ്ലോബൽ ഒരു
പൊളിറ്റിക്കൽ ഇക്കണോമിക് അൺസർട്ടനിറ്റി കൊണ്ട്. ആ അൺസർട്ടനിറ്റിന്റെ കോണ്ടെക്സ്റ്റിൽ ഈ പരിഷ്കാരം മാത്രം ഇവിടെ പിന്നെ മിഡിൽ ഇൻകത്തിന്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രം പൂർണ്ണമായിട്ടും അത് നിലവിലുള്ള ഇന്ത്യ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്യുമോ എന്നത് ഒരു സംശയമാണ്. അതിനൊപ്പം നേരെ ഈ ഇൻകം ടാക്സ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്ന് സൂക്ഷ്മമായിട്ട് വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് 3ാം മോദി സർക്കാരിന്റെ ഫസ്റ്റ് ബജറ്റിൽ ഉള്ള പ്രഖ്യാപനത്തെക്കാളും വളരെ കുറവ് ഒരു ഫോക്കസ് തന്നെ നമ്മൾ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ ഫോക്കസിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു മൂന്ന് മേഖലയെ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ 4 മേഖലയെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ തന്നെ ഇപ്പം ഉദാഹരണത്തിന് ആ 4 മേഖലകൾ, ഒന്ന് കാർഷിക മേഖല, MSME, ഇൻവെസ്റ്റ്മെന്റ്, എക്സ്പോർട്ട്, ഈ 4 മേഖലയാണ്. ഈ 4 മേഖലകളിലും പ്രഖ്യാപിച്ച പദ്ധതികളും അതിനെ കണക്ട് ചെയ്യുന്നത് പലപ്പോഴും ഈ 4 മേഖലയെ കണക്ട് ചെയ്യുന്നത് ഒന്ന് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പീപ്പിൾ. രണ്ടാമത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എക്കോണമി. തേർഡ് വൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്നോവേഷൻ. അപ്പം 3 ആസ്പെക്ട്സും കൂടി. അപ്പൊ അതിന് ഇൻവെസ്റ്റ്മെന്റ് ഇൻ പീപ്പിൾ ആണെങ്കിൽ അതിനോട് അനുബന്ധമായ പദ്ധതികൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കുമ്പോൾ കാര്യമായ ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ പിന്നെ യുവജനസംഖ്യയുള്ള ഒരു രാജ്യം, ലോകത്ത് തന്നെ ജനസംഖ്യയിൽ 1ാം സ്ഥാനത്തുള്ള ഒരു രാജ്യം, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അനുഭവിക്കുന്ന ഒരു രാജ്യം, ഇത്രയും വലിയ ഒരു യുവജനസംഖ്യ ഒരു സൈഡിൽ, പക്ഷേ ഇന്ത്യയിൽ അഭിമുഖീകരിക്കുന്ന ഈ എഡ്യൂക്കേഷൻ സ്കിൽ മിസ്മാച്ച്, ആ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. എഡ്യൂക്കേഷൻ സ്കിൽ മിസ്മാച്ച്. ഞാൻ നിലവിലെയാണ് താങ്കൾ പറഞ്ഞതുപോലെ ഈ മിഡിൽ ഇൻകം ക്രൈസിസിനെ പറ്റി, ഉത്തേജന പാക്കേജിനെ പറ്റിയൊക്കെ താങ്കൾ പറയുമ്പോൾ 2026 സാമ്പത്തിക വർഷത്തിൽ 6.3% മുതൽ 6.8% വരെയാണ് പ്രതീക്ഷിക്കുന്ന GDP വളർച്ച. ഇത് ഈ ആഗോള ആഭ്യന്തര സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ ലക്ഷ്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണോ? ആ വിഷയത്തിനോട് കൃത്യമായിട്ട് ആൻസർ പറയാനുള്ള ഏറ്റവും കറക്റ്റ് 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാകണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എല്ലാ വർഷവും തുടർച്ചയായി 8% വളർച്ചാ നിരക്ക് കൈവരിക്കണം. അപ്പൊ 8% വളർച്ചാ നിരക്ക് കൈവരിക്കണം എന്ന ലക്ഷ്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ നിലവിലുള്ള ഇപ്പോഴത്തെ പ്രതിസന്ധി തന്നെ ഇപ്പോൾ 6.3 to 6.8% അത് ഓൺ ആൻ ആവറേജ് എടുത്തു നോക്കുക ഒരു 6.5% എന്ന നിലയിൽ നിൽക്കുമോ എന്നതാണ്. കാരണം പറഞ്ഞാൽ ഗ്ലോബൽ അൺസർട്ടനിറ്റി അത്രയും വലിയ രീതിയിലേക്കുള്ള ഗ്ലോബൽ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അപ്പം പലപ്പോഴും നമ്മൾ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ ആഴ്ച പിന്നെ അമേരിക്കയിൽ പ്രസിഡന്റ് വന്നു. ട്രംപ് വന്നതിന് ശേഷം ഉള്ള ഒരു ഡൈനാമിക്സ് തന്നെ നമ്മൾ വേൾഡ് ഡൈനാമിക്സിനെ എടുത്ത് പരിശോധിക്കുമ്പം പിന്നെ അത് തന്നെ ഇന്നലത്തെ ഇക്കണോമിക് സർവേയിലും അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. കാരണം ഒരു ഇൻഡിക്കേഷൻ കൊടുത്ത് ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓഹരി വിപണിയിൽ നിക്ഷേപകർ ജാഗ്രത പാലിക്കണം, അങ്ങനെയുള്ളൊരു ഇൻഡിക്കേഷൻ കണ്ടു. പിന്നെ ഒന്ന് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖല, പ്രത്യേകിച്ച് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖല കൂടുതൽ സമ്പത്ത് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു സൈഡിൽ, ആ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളം വളരെ കുറവ്. അപ്പം അങ്ങനെയുള്ള ഒരു പാരഡോക്സിക്കൽ സിറ്റുവേഷനിലാണ് നമ്മൾ ഇന്ത്യ പോകുന്നത്. അപ്പം ഗ്ലോബൽ ലെവലിൽ തന്നെ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ വെറും ഒരു ഇക്കണോമിക് സെൻസിൽ മാത്രമായിട്ട് നമുക്ക് അതിനെ ഒതുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലെൻസിലോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇക്കോണമി ലെൻസിൽ ഒതുക്കാൻ പറ്റില്ല. അതിന് കൂടെ ഒരു ടെക്നോളജി ഇനേബിൾഡ് ആയ ഒരു എൻവയോൺമെന്റ് എക്കോ സിസ്റ്റമാണ് ഇപ്പം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിൻ്റെ ഏറ്റവും ഇൻഡിക്കേഷനാണ് കഴിഞ്ഞ ആഴ്ച വന്ന ഡെവലപ്മെന്റ്സ്. കഴിഞ്ഞ ആഴ്ച ഡെവലപ്മെന്റ്സിൽ ഏറ്റവും നല്ല പിന്നെ ChatGPTക്ക് പകരം പുതിയ AI വെച്ച് ചൈന കൗണ്ടർ അറ്റാക്ക് ഡീപ് സീക്ക്. അപ്പൊ ഡീപ് സീക്ക് അറ്റാക്ക് തന്നെ ഇനി വരുന്ന ഭാവിയിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ പുതിയ ലോകക്രമത്തിൽ എന്തെല്ലാം രീതിയിലേക്കാണ് ഈ ഇക്കണോമിക്സിൽ, കാരണം ഒരു ഹൈലി ഒരു വോളട്ടൈലായ ഒരു എക്കോണമി ആയിട്ട് ലോക സമ്പദ് വ്യവസ്ഥ മാറുന്നു, അതിനൊപ്പം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മാറുന്നു. പക്ഷെ ആ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മാറുമ്പം ഇന്നത്തെ നിലവിലുള്ള ഈ ബജറ്റിലുള്ള ഈ പ്രഖ്യാപനങ്ങൾ മാത്രം മതിയോ എന്നതാണ്. കാരണം പല നല്ല പ്രഖ്യാപനങ്ങളുണ്ട്, ഒരു സംശയമില്ല, നല്ല പ്രഖ്യാപനമാണ്. പക്ഷെ ഇത് മാത്രം മതിയോ എന്നതാണ് ഒരു നമ്മൾ വ്യക്തമാണ് അഭിമുഖീകരിക്കുന്നത്. ശരി, ഞാൻ മടങ്ങി വരാം. ഡോക്ടർ ഹരികുമാർ,
ശ്രീ TS ചന്ദ്രൻ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് കയറ്റുമതിക്ക് ഊന്നൽ നൽകുന്നുണ്ട്, അഗ്രികൾച്ചർ സെക്ടറിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കാനുള്ള ബോധപൂർവമായൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ തരത്തിൽ നോക്കുമ്പോൾ ഇതൊരു ദിശാബോധമുള്ള ബഡ്ജറ്റാണ് എന്ന് പറയാൻ കഴിയുമോ? ഈ രീതിയിൽ നോക്കുമ്പോൾ ദിശാബോധമുള്ള ഒരു ബജറ്റ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ക്രയവിക്രയത്തിനുള്ള പണം എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സംശയം നമ്മൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഏറ്റവും വലിയ ഇന്ത്യൻ നമ്മുടെ ഇക്കോണമി ആഭ്യന്തരമായിട്ടുള്ള ഘടകങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രം മതി ഇതിനെ അഫക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും അതിന്റെ ഫലം ഉണ്ടാവണമെന്നില്ല. ഇന്ന് നമ്മൾ ഈ എക്സ്പോർട്ട് സെക്ടറിന്റെയും മാനുഫാക്ചറിംഗ് സെക്ടറിന്റെയും കാര്യമാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ നേരത്തെ ഉണ്ടായിരുന്നതിൽ കൂടുതൽ ഒരു അലോക്കേഷനും ഒരു സ്ഥലത്തും പറയുന്നില്ല. മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ കാര്യത്തിലാണെങ്കിൽ എടുത്തു പറയാനുള്ള കാര്യങ്ങൾ നാഷണൽ മാനുഫാക്ചറിംഗ് മിഷൻ ടു സപ്പോർട്ട് മേക്ക് ഇൻ ഇന്ത്യ, അതാണ് ഒരു പ്രഖ്യാപനം. 2 പോളിസി സപ്പോർട്ട് കൊടുക്കുന്നതാണ്. 3 എക്സിക്യൂഷൻ റോഡ് മാപ്പ് ഉണ്ടാവും. 4 ഗവേണൻസ് ഫ്രെയിംവർക്ക്. ഭാരത് ട്രേഡ് നെറ്റ്. ഈ ഭാരത് ട്രേഡ് നെറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ അവിടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഇന്റർനാഷണൽ ട്രേഡ് ടു സ്ട്രീംലൈൻ ഡോക്യുമെന്റേഷൻ, ഇതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്നോ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ള ബജറ്റ് പ്രഖ്യാപനത്തിലോ അല്ലെങ്കിൽ ബജറ്റിന്റെ അവതരണത്തിലോ എങ്ങും തന്നെ പറയുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഇതിനകത്ത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഈ എക്സ്പോർട്ട് കൂടാനുള്ള സാധ്യതകളും ഊന്നൽ കൊടുക്കുന്നതുകൊണ്ട് എന്തിന്റെ എക്സ്പോർട്ട് കൂടാനായിട്ടാണ് ഉള്ളതെന്ന്. 2, ഇനി മാനുഫാക്ചറിംഗ് സെക്ടറിൽ കൂടിയാൽ മാത്രമേ ഇതിന്റെ പ്രയോജനങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ മാനുഫാക്ചറിംഗ് സെക്ടറിൽ എന്തുമാത്രം ഉത്തേജനം നമുക്ക് ഈ ബജറ്റ് കൊടുക്കും എന്നുള്ളത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ ഒരു പ്രതീക്ഷയില്ല. എന്റെ ഒരു കണക്കനുസരിച്ചിട്ട് ഞാൻ നോക്കിയിരിക്കുന്ന പഠനങ്ങൾ അനുസരിച്ചിരിക്കും, ഇവാലുവേഷൻ അനുസരിച്ചും ഇല്ല എന്ന് വേണം ഇതിനകത്ത് പറയാനുണ്ട്. അതുകൊണ്ടിട്ടാണ് ഒരു സംശയം ഈ ബജറ്റിനെ ഈ രീതിയിൽ നമ്മൾ ബജറ്റിനെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരി, വ്യക്തമാണ്. ശ്രീമതി അനിതകുമാരി, താങ്കൾ മുൻപ് പറഞ്ഞതുപോലെ 2025 സാമ്പത്തിക വർഷത്തിൽ മൂലധന ചെലവിനായി സർക്കാർ 11.1 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. 2026 സാമ്പത്തിക വർഷത്തിലെ മൂലധന ചെലവ് 10.18 ലക്ഷം കോടി രൂപയായി പരിഷ്കരിച്ചു. ഇത് സാമ്പത്തിക മേഖലയെ എങ്ങനെ ബാധിക്കും? തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇത് കുറഞ്ഞതാണ്. കാരണം 24-25 ബഡ്ജറ്റിൽ 11.11 ലക്ഷം കോടി ചെലവാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് റിവൈസ്ഡ് എസ്റ്റിമേറ്റില് 10.18 ലക്ഷം കോടിയായി കുറച്ചു. എന്നിട്ട് അടുത്ത ബഡ്ജറ്റിൽ 11.21 വെച്ചിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കുറവ് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലായിരുന്നു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട 1 ലക്ഷം കോടി രൂപ ഉണ്ടായിരുന്നത്. അപ്പം അതും മൊത്തമായിട്ട് കിട്ടാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പം ഇത് തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ തീർച്ചയായിട്ടും ബാധിക്കും. അത് വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. കാരണം ഈ കഴിഞ്ഞ ബഡ്ജറ്റില് നമ്മുടെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന് വേണ്ടി 3500 കോടി രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെലവാക്കിയത് അല്ലെങ്കിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ കാണുന്നത് 347 കോടിയാണ്. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ വരുമ്പോൾ വളരെ തുച്ഛമായ തുക മാത്രമേ അതിൽ വന്നു. നിങ്ങൾ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, എല്ലാത്തരം പ്രഖ്യാപനങ്ങളും ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ഇംപ്ലിമെന്റേഷനിൽ വളരെയധികം കുറവ് വന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അടുത്ത വർഷത്തേക്ക് 2819 കോടിയെ വെച്ചിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിനേക്കാളും കുറവാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനോടൊപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഇന്റേൺഷിപ്പ് സ്കീം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതായത് എംപ്ലോയ്മെന്റിന് കുട്ടികൾക്ക് ഒരു ഹെൽപ്പ് വരുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത്. 2000 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചതാണ്. പക്ഷെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആയപ്പോൾ അത് 380 കോടിയായി. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കാരണം അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷനിൽ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അടുത്ത വർഷം അത് 10,000 കോടിയായിട്ട് കൂട്ടിയിട്ടുണ്ട്, 10,831 കോടിയായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇംപ്ലിമെന്റേഷനിൽ ഇത്രയും പാളിച്ച ഉണ്ടാവുമ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യുമെന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. കാരണം ഈ ഗിഗ് വർക്കേഴ്സിന് ഐഡന്റിറ്റി കാർഡ് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കും, അതൊരു നല്ല കാര്യമാണ്, അത് നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. പക്ഷേ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിൽ ഇപ്പോൾ ഉള്ള 75% നിങ്ങൾ 100% ആയിട്ട് വിദേശ നിക്ഷേപം
കൂട്ടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താണെന്നുള്ളത് ഇപ്പം എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം ഒരു പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബഡ്ജറ്റിലൂടെ ഇതിനൊന്നും വലിയ ചർച്ചയൊന്നും ഉണ്ടാവത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ ഇൻകം ടാക്സിന്റെ ഒരു എന്താ പറയണ്ടേ, ഒരു മായിക ലോകത്ത് എല്ലാവരും അങ്ങിരിക്കുകയാണ്, എന്തായാലും വലിയൊരു നേട്ടം ഉണ്ടായി എന്നുള്ള. പക്ഷെ ആ നേട്ടം കുറച്ച് ആൾക്കാർക്കേ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെയുള്ള പല അണ്ടർലൈനിങ് ആയിട്ടുള്ള കട്ടുകൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ശരി. ശ്രീ TS ചന്ദ്രൻ, നമ്മൾ ഇതിനു മുമ്പ് നടത്തിയൊരു ചർച്ചയിൽ താങ്കൾ പറഞ്ഞു ബഡ്ജറ്റിൽ നിന്ന് സാങ്കേതിക വിദ്യ IT പോലുള്ള സ്റ്റാർട്ടപ്പുകൾക്കും മറ്റും ബഡ്ജറ്റിൽ നിന്ന് പിന്തുണ പ്രതീക്ഷിക്കാമെന്ന്. ഈ ബഡ്ജറ്റ് വ്യവസായത്തിലെ സാങ്കേതികമായി വ്യവസായത്തിന് സാങ്കേതിക മേഖലയിൽ പിന്തുണ നൽകുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പൊ ഡീപ്പ് സീക്ക് R1 ലോകത്തെ ഞെട്ടിച്ച ഒരു സംവിധാനമാണ്. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക അത് ബാൻ ചെയ്തു. അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചാറ്റ് GPT ഒക്കെ ഓവർകം ചെയ്തുകൊണ്ടുള്ള ഒരു ടൂള് വന്നതോടുകൂടി ലോകം മൊത്തത്തിൽ അങ്ങോട്ട് ഫോക്കസ്ഡ് ആയിപ്പോയി. അപ്പോൾ അത്തരത്തിലുള്ള ഡെവലപ്മെന്റ്സിന് പ്രതീക്ഷിക്കാതെ ഒരു എക്കോണമിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഇതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് എപ്പോഴും തന്നെ ഇൻവെസ്റ്റ്മെന്റ്, ഈ ഇന്നൊവേഷന് നമ്മൾ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഇന്നൊവേഷൻ ഒരു വലിയ ഒരു പ്രഖ്യാപിത നയം തന്നെയാണ്. നേരത്തെ അജിത കുമാരി മാഡം പറഞ്ഞതുപോലെ ഈ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ ഈ പറയുന്ന പല ഇന്നൊവേറ്റീവ് കാര്യങ്ങളും ഫലപ്രദമായിട്ട് വരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഫണ്ടിങ് ചില പോക്കറ്റുകളിൽ ഒതുങ്ങി പോവുകയോ അല്ലെങ്കിൽ അത് ചെലവഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങൾ അതിൽ കൊണ്ടുവരികയോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അത്തരം മേഖലയിലുള്ള എക്സ്പെൻഡിച്ചർ കുറയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ PMEGP എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇന്ത്യയിൽ ഫലപ്രദമായി നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ PMEGP-യിൽ വായ്പ എടുത്ത സംരംഭകരെ, ആ സംരംഭകർക്ക് അവരുടെ സബ്സിഡി, ഗവൺമെന്റ് കൊടുക്കുന്ന സബ്സിഡി, അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. 35% സബ്സിഡിയാണ്, മാക്സിമം സബ്സിഡിയാണ് ഒരു സംരംഭകന് കൊടുക്കുന്നത്. 50 ലക്ഷം രൂപ വരെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനും 20 ലക്ഷം രൂപ വരെ സർവീസ് ഇൻഡസ്ട്രീസിനും സബ്സിഡിയോട് കൂടി വായ്പ കൊടുക്കുന്ന ഒരു സ്കീമാണ് PMEGP എന്ന് പറയുന്നത്. എന്താണ് ഇവിടുത്തെ പ്രതിസന്ധി എന്ന് വെച്ചാൽ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ വരുമ്പോൾ ആ സ്കീമിലേക്ക് വർഷങ്ങളായിട്ട് അപേക്ഷകർ കുറഞ്ഞു വരികയാണ്. ഇത് വളരെ ആകർഷകമായിട്ടുള്ള ഒരു സ്കീമായിരുന്നു. എന്നാൽ ഈ സെൻട്രൽ ഗവൺമെന്റ്, ഇപ്പോഴത്തെ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ 3 വർഷം കഴിഞ്ഞ് ഇവരുടെ സബ്സിഡി അഡ്ജസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് ഒരു തേർഡ് ഏജൻസിയെ ഏൽപ്പിച്ചു. ഈ തേർഡ് ഏജൻസി ആവട്ടെ എത്ര ശ്രമിച്ചാലും ഇത്രയും യൂണിറ്റുകൾ വെരിഫൈ ചെയ്യാനോ, എത്ര ശ്രമിച്ചാലും ഇത്രയും യൂണിറ്റുകളുടെ പരിശോധന പൂർത്തിയാക്കിക്കൊണ്ട് അവർക്ക് സബ്സിഡി ഡിസ്പേഴ്സ് ചെയ്യാനോ കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആ പദ്ധതി പ്രകാരം വായ്പയെടുത്ത സംരംഭകരൊക്കെ തന്നെ ഇന്ന് വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. അപ്പൊ ഇത്ര ഫലപ്രദമായി നടപ്പാക്കി വന്ന ഒരു പദ്ധതി പോലും അതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ വരുമ്പോൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഇന്നത്തെ ഗവൺമെന്റിന് കഴിയുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ PM ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഫലപ്രദമായ ഒരു സ്കീം. അത് കേൾക്കുമ്പോൾ വളരെ സുഖകരമായിട്ടുള്ള ഒരു സ്കീമായിരുന്നു. എന്നാൽ ഈ ഇന്റേൺഷിപ്പിലേക്ക് താല്പര്യമുള്ള കമ്പനികളെ കണ്ടെത്തണം, ആ കമ്പനികൾക്ക് ആവശ്യം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തണം. ഇവയെ മിറ്റിഗേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫലപ്രദമായ ഇംപ്ലിമെന്റേഷൻ സംവിധാനം അതിനെ ഫോക്കസ് ചെയ്യാനോ അതിനെ റിവ്യൂ ചെയ്യാനോ അതിന് വേണ്ട ഇടപെടലുകൾ നടത്താനോ കഴിയുന്നില്ല. ഇവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല പദ്ധതികളും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസികൾ വെറും നോക്കുകുത്തികളായി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഒറ്റ എക്സാമ്പിൾ എടുത്താൽ മതി. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്
ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഓരോ ജില്ലയിലും നിരവധിയായിട്ടുള്ള ആപ്ലിക്കൻസിന് വേണ്ട റോള് കൊടുത്തിരുന്ന സ്ഥാനത്ത് ഇന്ന് അവരെ ഒരു സ്കെലിറ്റനാക്കി നിർത്തിക്കൊണ്ട് അത്തരം പവറിൽ നിന്നൊക്കെ അവരെ മാറ്റിയിരിക്കുകയാണ്. അവർക്കിപ്പോൾ കുറച്ച് ട്രെയിനിങ് കൊടുക്കാനും, അത് ട്രെയിനിങ്ങിനാണെങ്കിലോ ഇവർ ഫണ്ടൊന്നും ഗവൺമെന്റ് കൊടുക്കുന്നില്ല. ഈ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിനൊക്കെ നടത്താൻ അവരെ ചുമതലപ്പെടുത്തിയിട്ട് ഈ ഫണ്ട് പബ്ലിക്കിൽ നിന്നും പിരിച്ചോളൂ, നിങ്ങൾ ട്രെയിനിങ് കൊടുത്തോളൂ എന്ന് പറയുന്ന തരത്തിലേക്ക് പല സ്കീമുകളുടെയും ഇംപ്ലിമെന്റേഷൻ മാറി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇംപ്ലിമെന്റിംഗ് ലെവലിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ ഇൻകം ടാക്സ് 12 ലക്ഷം രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴും അതിൽ ഉൾക്കൊള്ളുന്ന അന്തർലീനമായിട്ടുള്ള ബഹുമുഖ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഇപ്പോൾ പറയുന്നില്ല. അത് പിന്നീടാണ് പറയുക എന്ന് പറയുന്നത് വഴി തന്നെ അതിലൊരു ഒരു മോശമായ എലമെന്റ് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് ഇപ്പൊ ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞിട്ട് അത് പറയുള്ളൂ ആയിരിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് എന്നാണ് സാമാന്യ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് വെച്ചല്ലാതെ പൊതുവെ ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് തന്നെയാണ് എപ്പോഴും കേന്ദ്രം, ഏത് സംസ്ഥാനവും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്ന് തന്നെയാണ് എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ളത്. അവരുടെ ഒരു ഗെയിൻ അതിലുണ്ടാവും. പക്ഷേ ബഡ്ജറ്റിനെ ആ ഗെയിനിലേക്ക് കൊണ്ടുപോയി ചർച്ച മുഴുവനും ഫോക്കസ് ചെയ്ത് 12 ലക്ഷം എന്ന് പറഞ്ഞ് ആളുകളെ അതിനു ചുറ്റും കറക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ഈ ബഡ്ജറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാൻ ഡോക്ടർ KP വിപിൻ, 2026 വർഷത്തിലെ സർക്കാരിൻ്റെ മൊത്തം വായ്പാ ലക്ഷ്യം 5.7% വർദ്ധിപ്പിച്ച് 14.82 ലക്ഷം കോടി രൂപയായി പരിഷ്കരിച്ചു. നേരത്തെ 2025 സാമ്പത്തിക വർഷത്തിൽ ഇത് 14.1 ലക്ഷം കോടി രൂപയായിരുന്നു. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ എന്തു മാറ്റമുണ്ടാക്കും? ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പം ചന്ദ്രൻ സാറ് പറഞ്ഞതിനെ ഒന്ന് കണക്ട് ചെയ്യാനും കൂടി ഒന്ന് ഞാൻ സമയമെടുക്കുന്നു. അത് ഒന്ന് വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഇന്ത്യയിലുള്ള ഈ ഗവേഷണ രംഗത്ത് നമ്മൾ പലപ്പോഴും ഇപ്പം സംസാരിച്ചു, ഇന്നൊവേഷനെ കുറിച്ച് സംസാരിച്ചു, ഗവേഷണത്തിനെ കുറിച്ച് സംസാരിച്ചു. ഇന്ത്യയിലുള്ള ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എടുത്തു നോക്കിയാൽ GDPന്റെ വെറും ഒരു 0.6 to 0.7%, 1% താഴെ മാത്രമേ ഇന്ത്യയിലുള്ള ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, മറ്റ് എല്ലാ മേഖലകളും എടുത്തു നോക്കും. പല വികസിത രാജ്യങ്ങളെ എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ്റെ R&D സപ്പോർട്ട് അല്ലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ വളരെ നോമിനൽ നിരക്കിലാണ്. ആ നോമിനൽ നിരക്കിലേക്ക് വരുന്നിടത്തും ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാസ്റ്റ് ചേഞ്ചിങ് ആയ ഒരു എക്കോണമിയിൽ ഈ ഇന്നൊവേഷൻ എന്നൊരു ആസ്പെക്ട്സ് പറയുമ്പോഴും ഈ ഇന്നൊവേഷൻസ് ഇപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു, ഇനി അടുത്ത വർഷം 2026 ഫെബ്രുവരി 1 അടുത്ത വർഷം ബജറ്റ് ചർച്ച ചെയ്യുന്നു വിചാരിക്കാം. അപ്പൊ ഈ ഒരു വർഷത്തിനിടയിൽ വരുന്ന ഒരു മാറ്റം കഴിഞ്ഞ വർഷത്തെ ഒരു വർഷത്തിന്റെ ഗ്യാപ്പിനേക്കാളും വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നതാണ്. പക്ഷെ ആ രീതിയിലേക്കുള്ളൊരു ദീർഘവീക്ഷണം ഇനി അങ്ങോട്ട്, കാരണം പറഞ്ഞാൽ ഈ മുൻകാലങ്ങളിൽ നമ്മൾ ഒരു ലൈനിലാണ് പോയെങ്കിൽ ഈ 2020 ശേഷം കോവിഡിന്റെ ഒരു ഇമ്പാക്ട് വന്നതിന് ശേഷം നമ്മൾ ഒരു ഡ്രാസ്റ്റിക് ലോകം മൊത്തം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചിലേക്ക് വന്നു. ആ ഡ്രാസ്റ്റിക് ചേഞ്ച് അഡ്രസ്സ് ചെയ്യാതെ, ഉദാഹരണത്തിന് കോവിഡിന്റെ സമയത്ത് നമ്മൾ ഹെൽത്ത് കെയറിന്റെ ഇഷ്യൂസ് മാത്രമാണ്. ഹെൽത്ത് കെയറിൽ നമ്മൾ ഇൻഡെപ്ത് റിസർച്ച് ചെയ്യേണ്ട സാധ്യതകളുണ്ട്, സ്പേസ് റിസർച്ചിലേക്ക് പോകാനുണ്ട്, അല്ലാതെ വെറും ഒരു എഡ്യൂക്കേഷൻ റിസർച്ച്, മെഡിക്കൽ റിസർച്ചിലേക്ക്, അങ്ങനെ ഓരോ മേഖലയ്ക്കും ഇൻഡെപ്ത് ഒരു റിസർച്ചിന്റെ സാധ്യതകളുണ്ട്. പക്ഷേ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്നൊവേഷൻസ് എന്ന് പറഞ്ഞാലും കുറച്ച് ഒരു ബേസിക് സാധനങ്ങൾ, ഇപ്പം പ്രധാനമന്ത്രിയുടെ റിസർച്ച് ഫെലോഷിപ്പുകളും പിന്നെ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, ഹയർ സെക്കൻഡറി സ്കൂളിൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, പ്രൈമറി ഹെൽത്ത് സെന്റർ, അതിനെ നോർമലി ഉള്ള ഒരു ഡിജിറ്റൽ ഇൻക്ലൂഷന്റെ കേസിൽ ഏകദേശം ഒരു ഡിജിറ്റലി ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ ഒരു സൊസൈറ്റിയിൽ ഒരുവിധം വന്നു. ഇനി ഇപ്പം സാറ് ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് പറയുമ്പം നോർമലി ഇന്ത്യ എന്ന രാജ്യം വലിയ തോതിലുള്ള ഒരു വായ്പ എടുക്കുന്ന ഒരു ട്രെൻഡിലേക്കും നീങ്ങുന്നുണ്ട്. കാരണം ഇപ്പൊ പലപ്പോഴും ഈ വായ്പ എടുക്കുന്ന ട്രെൻഡിലേക്ക് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞ 2-3 വർഷത്തെ പിന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രിയുടെ അഭിപ്രായങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് എടുത്തു നോക്കുമ്പം ഫ്രീ ബീസിനെ പ്രൊമോട്ട് ചെയ്യരുത്,
അങ്ങനെയാണ് ഫ്രീ ബീസിന് അതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ എന്താ ഈ സ്റ്റേറ്റുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ഫ്രീ ബീസിനെ എന്താ ഒരു ഫ്രീ ബീസ് ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എക്കോണമിക്ക് ഹാംഫുൾ ആവുന്നതാണ്. പക്ഷേ ഇതേ കേസ് തന്നെ ഫ്രീ ബീസുകൾ ഏത് രീതിയിലേക്കാണ് മാറ്റിയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, റീനെയിം ചെയ്തുകൊണ്ട് ഈ പർട്ടിക്കുലർ എന്താ പിന്നെ കേന്ദ്ര സർക്കാർ പല രീതി ബ്രാൻഡ് നെയിം ചെയ്യുന്നു. നേരത്തെ എന്താ ചന്ദ്രൻ സാർ പറഞ്ഞതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫ്രീ ബീസിന്റെ ഒരു ഡിഫറെന്റ് നെയിമാണ് നമ്മൾ ഇൻകം ടാക്സിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ റിഫോംസ്. അതാണ് ജസ്റ്റ് നെക്സ്റ്റ് വീക്കിൽ വരുന്ന ഡയറക്റ്റ് ടാക്സ് റിഫോംസ്. അപ്പൊ February 1 മുതൽ നെക്സ്റ്റ് വീക്കിലേക്ക് വരുന്ന ഒരു പീരിയഡ്, അത് ഒരു 1 to 7 ആവാം, ഒരു 1 to 9 ആവാം. ആ പീരിയഡിന് ഇടയിൽ നടക്കുന്ന ഒരു വലിയൊരു തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ അത് മാത്രമല്ല, ഈ വർഷത്തെ ബജറ്റിൽ നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ പിന്നെ ബീഹാറിൽ ബീഹാർ ഇതിന് ഒരു ഫോക്കസ്, അത് നെക്സ്റ്റ് ബജറ്റാണ്. അപ്പൊ ആ രീതിയിലേക്ക് ഒരു ഞാൻ ഇടപെടുകയാണ്, നമ്മുടെ സമയപരിമിതി കൊണ്ടാണ്. ശ്രീമതി അനിതകുമാരി, 2025 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റിൽ സർക്കാർ മൊത്ത നികുതി വരുമാനം കണക്കാക്കിയിരുന്നത് 38.40 ലക്ഷം കോടി രൂപയായിരുന്നു. ഇത് 2024 സാമ്പത്തിക വർഷത്തേക്കാൾ ഏതാണ്ട് 11.72% വർധനമാണ്. ഇതിൽ നേരിട്ടുള്ള നികുതികൾ, കോർപ്പറേറ്റ് നികുതിയും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. 22.7 ലക്ഷം കോടി പരോക്ഷ നികുതികളിൽ നിന്നും ഉൾപ്പെട്ടിരുന്നു. 16.33 ലക്ഷം കോടി രൂപ കസ്റ്റംസ്, എക്സൈസ്, GST എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഏതു തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഇൻകം ടാക്സിൽ നമുക്ക് 1 ലക്ഷം കോടിയുടെ കുറവുണ്ടാവും. അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇംപ്ലിക്കേഷൻ കേന്ദ്ര ഗവൺമെന്റിലും ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റുകൾക്കും ഉണ്ടാവും. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ GSTയിൽ വലിയ കുറവ് കാണുന്നില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇപ്പോഴും അടുത്ത വർഷവും തുടരുന്നുണ്ട്. പക്ഷേ കസ്റ്റംസിലും എക്സൈസിലും, അതായത് 2024-25 2,37,745 ആയിരുന്നു കസ്റ്റംസിന്റെ എസ്റ്റിമേറ്റ് എങ്കിൽ അത് ഈ വർഷമായപ്പം ചെറിയൊരു വർധനവ് മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആയപ്പോൾ 2,35 ആയി. അപ്പം 2,35,000 കോടിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് 2,40,000 കോടി പറഞ്ഞിരിക്കുകയാണ്. അപ്പം അത്രയും കളക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല. കാരണം ഇപ്പം കസ്റ്റംസിൽ നമ്മൾ ചില തീരുവകളൊക്കെ ചിലതൊക്കെ കുറച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. അതുപോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടിയിലും ഈ പറഞ്ഞ പോലെ പിന്നെ 3,19,000 കോടിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ എസ്റ്റിമേറ്റ് എങ്കിൽ ഇപ്രാവശ്യം 3,17,000 കോടിയാണ്. അപ്പൊ അതില് വലിയ വർധനവ് പരോക്ഷ നികുതിയിൽ ഉണ്ടാകുന്നില്ല. പക്ഷെ GSTയിൽ വലിയ കുറവും കാണുന്നില്ല. പക്ഷെ വലിയ കുറവ് നമ്മൾ ഡയറക്ട് ടാക്സിൽ കാണുന്നത് കോർപ്പറേറ്റ് ടാക്സിന്റെ കളക്ഷനിലാണ്. കാരണം കോർപ്പറേറ്റ് ടാക്സ് ശരിക്കും 10 ലക്ഷം കോടി പറഞ്ഞിരുന്നെങ്കിലും ഇപ്പൊ അത് 9,80,000 ഉള്ളൂ. അതിന്റെ ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ കുറഞ്ഞിട്ടുണ്ട് അതിന്റെ എസ്റ്റിമേറ്റ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ ആ കുറവ് കാണുന്നുണ്ട്. അപ്പൊ ഇൻകം ടാക്സിൽ നമ്മൾ അഡ്ജസ്റ്റ് കുറച്ച് 1 ലക്ഷം കോടി കുറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ മറ്റേ കോർപ്പറേറ്റ് ടാക്സിലും കുറയാണ്. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഡയറക്ട് ടാക്സിന്റെ ഒരു കളക്ഷൻ കഴിഞ്ഞ വർഷം ഒരുവിധം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അടുത്ത വർഷം ഒരു ഗ്രോത്ത് നല്ല രീതിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഓവറോളായിട്ട് ഒരു കുറവ് വരാൻ സാധ്യതയുണ്ട്. അത് സംസ്ഥാന
സാമ്പത്തിക സംശയ നിവാരണങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. Innovate your financial knowledge with the latest updates on MyFin TV. Download the app now. പണം പോകാതെയും ഇനി പവർ വരും. ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. സാമ്പത്തിക സംശയ നിവാരണങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. പണം പോകാതെയും ഇനി പവർ വരും. ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. സാമ്പത്തിക സംശയ നിവാരണങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. പണം പോകാതെയും ഇനി പവർ വരും. ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. സാമ്പത്തിക സംശയ നിവാരണങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. പണം പോകാതെയും ഇനി സാമ്പത്തിക സംശയ നിവാരണങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. Innovate your financial knowledge with the latest updates on MyFin TV. Download the app now. പണം പോകാതെയും ഇനി പവർ വരും. ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. സാമ്പത്തിക സംശയ നിവാരണങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. പണം പോകാതെയും ഇനി പവർ വരും. ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. സാമ്പത്തിക സംശയ നിവാരണങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. പണം പോകാതെയും ഇനി പവർ വരും. ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. സാമ്പത്തിക സംശയ നിവാരണങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ MyFin TV ആപ്പ്. പണം പോകാതെയും ഇനി പവർ വരും. ഫണ്ട് മാനേജറിന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്നറിയോ? പൈസ കൂടുതൽ വരുന്നത് എവിടെ ഡിപ്ലോയ് ചെയ്യുന്നുള്ളതാണ്. അവർ ഇതൊക്കെ തരാന്ന് പറയും. At the same time, they will seize it back from you. ആ 19,000 താഴെ കിടന്ന മാർക്കറ്റ് വിത്തിൻ 1 year 26,200 വരെ പോയി വിതൗട്ട് എനി കറക്ഷൻ. നിഫ്റ്റി വാല്യൂഷനേക്കാൾ ഒരു ജമ്പ് 2017 ശേഷം നമ്മുടെ വാല്യൂഷനിൽ നമ്മുടെ എക്കണോമിക്ക് വന്നിട്ടുണ്ട്. ലിറ്റിഗേഷന്റെ തുടക്കം കേരളത്തിലാണ് തുടങ്ങുന്നത്. അവരിവിടെ ഒരു വെടിക്കെട്ടായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് ഗവൺമെന്റിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഒരു ഇൻസിഡന്റ് നടന്നു. നമ്മൾ ലേമൻ ബ്രദേഴ്സിന്റെ നടന്നതിന് ശേഷം വൺ അപ്പോൺ ദ വാൾ സ്ട്രീറ്റ് വായിക്കാൻ നേരത്ത് നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് കിട്ടുന്ന കൺസെപ്റ്റ് ഡിഫറൻ്റ് ആണ്. അതിനകത്ത് ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് തോന്നിപ്പോവും ഈ ഡീജാവു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോവിഡ് വരുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യവും അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു. സോ സം ബുക്സ് ആർ വെരി പവർഫുൾ, വെരി വെരി പവർഫുൾ. അതായത് നമ്മൾ അവരുടെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത്രയും ഫണ്ട് മാനേജ്, ഇപ്പം മെഗലൻ ഫണ്ടൊക്കെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് അസറ്റ് സെൻറ്റർ മാനേജ്മെൻറ്റും മാനേജ് ചെയ്തിട്ടുണ്ട്, ചെറിയ അസറ്റ് സെൻറ്റർ മാനേജ്മെൻറ്റും മാനേജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫണ്ട് മാനേജറിൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്നറിയോ? പൈസ കൂടുതൽ വരുന്നത് എവിടെ ഡിപ്ലോയ് ചെയ്യുന്നുള്ളതാണ്. ലിക്വിഡിറ്റി. റൈറ്റ്. ഇപ്പോൾ ഇന്നലെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. സ്മോൾ ക്യാപ് ഫണ്ട് ലിക്വിഡേറ്റ് ചെയ്യാൻ 79 days വേണ്ടി വരും. 50% ഓഫ് സ്മോൾ ക്യാപ്. അതായത് എൻ്റെ ഒരു ഫണ്ട് ഉണ്ട്, ഐ ഹാവ് 1,000 crore ഇൻവെസ്റ്റഡ് ഓൺ ടു ഡിഫറെൻറ്റ് സ്മോൾ ക്യാപ് കമ്പനീസ്. അതിൻ്റെ 50% വിൽക്കണമെങ്കിൽ 79 days എടുക്കും അത് വിൽക്കാൻ. ഫോർ സം ഇറ്റ് ഈസ് 24, ഫോർ ഫ്യൂ അതേഴ്സ് 35, ബട്ട് ഏറ്റവും വലിയ ഫണ്ടിന് 79. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ പിന്നെ ലിക്വിഡിറ്റി എന്ന് നമ്മൾ മാർക്കറ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ഇവിടെ. ഇതാണ് മറ്റേ സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പും മിഡ് ക്യാപ്പ് വേഴ്സസ് ബ്ലൂ ചിപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ബ്ലൂ ചിപ്പിന് ലിക്വിഡിറ്റി ഉറപ്പാണ്, നിങ്ങൾക്ക് വേണ്ട എടുത്തുകൊണ്ട് പോകാമെന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ഇങ്ങനെ പല കാര്യങ്ങൾ മാർക്കറ്റിൽ നടക്കും. മാർക്കറ്റ് ഇതെല്ലാം ഡൈജസ്റ്റ് ചെയ്യും. പിന്നെ എൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ പൊതുവേ ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യമുണ്ട്, ഗവൺമെൻറ് ഒരു റൂൾ ഇറക്കിയ അതുകൊണ്ട് ഞാൻ ഗവൺമെൻറ്റിനോട് ബയസ്ഡ് ആയിരിക്കും. നിങ്ങൾ എതിർക്കണമെങ്കിൽ എതിർക്കണം. ഗവൺമെൻറ്റിനോട് ബയസ് ആക്കണമെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഫ്രെയിം വർക്ക്. ഇപ്പോൾ എനിക്ക് സെബിയോട് ഒരുപാട് രീതിയിൽ വിരോധങ്ങളുണ്ട്, സെബിയുടെ റൂൾസിൽ. അൾട്ടിമേറ്റ്ലി ഇത് റൂൾ ഇസ് റൂൾ. കോർട്ട് ഓഫ് ലോയിൽ അല്ലെങ്കിൽ ജുഡീഷ്യറിയിൽ ഫൈനലി അവർ പറയുന്നതാണ് അൾട്ടിമേറ്റ്. പിന്നെ ഞാൻ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് നിന്നിട്ട് കാര്യമില്ല. But now we have to adjust. Now we have to adjust what the government is. The government deserves the people. The people get the government they get എന്നാണ്. അപ്പോൾ ഗവൺമെന്റ് എന്ത് പറയണോ അത് നമുക്ക് അനുസരിച്ച് വരും. സോ I have to manage ചിദംബരം. I have to manage നിർമ്മല സീതാരാമൻ. I will have to manage ആണ്. ആ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കിയെടുത്തു ഞങ്ങളെയൊക്കെ. കാര്യം ഗവൺമെന്റിനോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാന്താവും. ഈ ഭാര്യയായിട്ട് വഴക്കൂടുന്ന ദിവസം ട്രേഡ് ചെയ്ത പൈസ പോകുമെന്ന് പറയും പോലെ, മനസ്സിലായോ? ഭാര്യയായിട്ട് വഴക്കൂടിയിട്ട് നമ്മൾ വരുമ്പോൾ അത്രയ്ക്ക് മാത്രം ഹോർമോൺസ് നമ്മുടെ തലയിൽ കയറും, ഒരുപാട് സെക്രീഷൻസ് ഉണ്ടാവും, എടുക്കുന്ന ഡിസിഷൻസ് കംപ്ലീറ്റ് തെറ്റും. സോ യു നീഡ് ടു ബി വെരി കൂൾ. പണ്ട് ഭരത് ഷാ എന്നൊക്കെ പറയുന്ന ഫണ്ട് മാനേജറൊക്കെ പൂനെയിൽ മാർക്കറ്റ് പോലും കാണില്ല, പൂനെയിൽ ചെടി നനയ്ക്കൽ, പട്ടിക്ക് തീറ്റ കൊടുക്കൽ, കോഴിയെ വളർത്തലൊക്കെ ആയിരുന്നു. ടു കീപ്പ് അവേ ഫ്രം ദ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് അഫക്ട് ദ മാർക്കറ്റ്. ദാറ്റ് ഈസ് വാട്ട് ദ സ്റ്റേറ്റസ് ഓഫ് ഫണ്ട് മാനേജർ വാസ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം. ഇപ്പം അങ്ങനെയല്ല. മാർക്കറ്റിൽ നമ്മൾ പോയില്ലെങ്കിൽ വെച്ചാൽ നീ സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്തിട്ട് നീ പോയില്ലേ, അതൊരു നെഗറ്റീവായിട്ട് പറയുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ബേസിക്കലി
അപ്പോൾ പതുക്കെ തുടങ്ങി വരട്ടെ. എങ്ങനെ നിങ്ങൾ അവർ റെഡിയാണ്. അപ്പം നമ്മൾ ബേസിക്കലി ഈ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി. കറക്റ്റ്, അവർ തുടങ്ങി. ഓക്കെ, അപ്പം നമ്മുടെ ബേസിക്കലി പോഡ്കാസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിലും ബേസിക്കലി ഇതൊരു ഫയർ സൈഡ് ചാറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കോഫി ടേബിൾ ഡിസ്കഷൻ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാര്യം എപ്പോഴും നമ്മൾ പറയണമെന്ന് വെച്ചാൽ ഈ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വാൾ സ്ട്രീറ്റ്, ദലാൽ സ്ട്രീറ്റ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും സൂട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ രീതിയിലാണ് ഇതിനെ പ്രസന്റ് ചെയ്യണമെന്നുള്ളത്. ഇത് പക്ഷേ ഇതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ആരാ? സാധാരണക്കാരാണ്. അപ്പോൾ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഇത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ പോഡ്കാസ്റ്റിൻ്റെ ഒരു ഉദ്ദേശം. അതിന് പറ്റിയ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള 4 പേരെ തന്നെ നമുക്ക് കിട്ടിയെന്നുള്ളതിൽ ഞങ്ങൾ വളരെ ഫോർച്ചുനേറ്റ് ആണ്. റൈറ്റ്. അപ്പോൾ ഞാനിത് തുടങ്ങുന്നതിനേക്കാളും ഓരോരുത്തർ കാര്യം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഐഡിയ ജനങ്ങൾ അറിയാനാണ് നല്ലത്. ഒരു ഫ്രെയിം വർക്കിൽ കൊണ്ടുവന്നിട്ട് ഞാൻ പറയുന്നത് ശരിയല്ലോ. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ വരുന്നതായിരിക്കും നല്ലത്. സാധാരണ നമ്മൾ പറയും ഇപ്പോൾ ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ഒരു കൺട്രീസിൻ്റെ വാല്യൂസിനെ റിഫ്ലക്റ്റ് ചെയ്യണമായിരിക്കും ബഡ്ജറ്റ് എന്നൊക്കെയുള്ള. അപ്പം നമ്മുടെ പോപ്പുലേഷൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണ് അതനുസരിച്ച് വേണം നമുക്ക് ഈ ടോക്ക് ഷോ നമുക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള 4 പേരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഓരോരുത്തരായിട്ട് ക്ഷണിക്കുന്നു. ഞാൻ ഫസ്റ്റ് ഷെറി ഉമ്മൻ. നമസ്കാരം, എൻ്റെ പേര് ഷെറി ഉമ്മൻ. ഞാനൊരു ചാർട്ടർ അക്കൗണ്ടൻ്റാണ്, ഒരു കമ്പനി സെക്രട്ടറിയാണ്, അതുകൂടാതെ ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് കൂടെയാണ്. ഞാനിപ്പോൾ ഒരു അഡ്വക്കേറ്റായിട്ടും പ്രാക്ടീസിങ് ഇൻ ദി ഹൈക്കോർട്ട് ആൻഡ് ബിഫോർ എ നമ്പർ ഓഫ് അതർ കോർട്ട്സ് ആൻഡ് ദി സുപ്രീം കോർട്ട്. സോ ദാറ്റ്സ് വെരി ബ്രീഫ്ലി അബൌട്ട് മൈ സെൽഫ്. അപ്പം നികുതി ബന്ധപ്പെട്ട കാര്യമാണ് എൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ. ഇതുകൂടാതെ തന്നെ എൻ്റെ ഒരു ബ്രീഫായിട്ടൊരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ തിയേറ്ററും ഇഷ്ടമാണ്. ദാറ്റ് ഇസ് വെരി ബ്രീഫ്ലി അബൌട്ട് മൈ സെൽഫ്. ഷെറി നല്ലൊരു ഡാൻസറാണ്. ഞാൻ ഷെറിയുടെ ഡാൻസ് കാണാനുള്ള ഒരു ഫോർച്ചുനേറ്റ് ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഷെറി ഇനി എന്തെങ്കിലും പരീക്ഷ എഴുതിയെടുക്കാനുണ്ടോ? ഷെറിക്ക് ഇതൊരു ഹോബി. ഷെറി ഡസൻ സ്റ്റോപ്പ് എന്നാണ് ഇൻഡസ്ട്രിയിൽ പറയുന്നത്. ഷെറി എത്ര എക്സാം എഴുതിയാലും ഷെറിക്ക് മതിയാവില്ല എന്നുള്ളതാണ്. എനിവേ ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഇൻട്രൊഡക്ഷൻ ഷെറി. താങ്ക് യു സോ മച്ച്. ഷിജുമോൻ. എൻ്റെ പേര് ഷിജുമോൻ ആൻ്റണി എന്നാണ്. ഷിജു എന്നെല്ലാവരും വിളിക്കും. ഞാനൊരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡറാണ്. ഇൻഡെക്സിൽ ഓപ്ഷൻസിലാണ് ട്രേഡ് ചെയ്യാറ്. അതിനു മുമ്പ് ഒരു 16 years ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സദർലൻഡ് എന്നൊരു കമ്പനിയിൽ ഒരു US റെസിഡൻഷ്യൽ മോർഗേജ് പ്രോസസ്സറായിരുന്നു. അവിടെ ഡയറക്ടറായിരുന്നു ഞാൻ റിസൈൻ ചെയ്ത സമയത്ത്. ആ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 14-15 വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ട്രേഡിംഗ് മാത്രമേ ഉള്ളൂ. 2016 മുതൽ ബാങ്ക് നിഫ്റ്റി ഒരു ഇൻഡെക്സിൽ മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. ഡെറിവേറ്റീവ് ട്രേഡിംഗ് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിലും ഓവർ 10 years ഉണ്ട്. ട്രേഡിങ്ങിന് പുറമെ ട്രേഡിങ്ങിൽ തന്നെ മാർക്കറ്റ് കൂടുതൽ പഠിക്കാനും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറില്ലെങ്കിൽ സ്റ്റോക്കിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനും ഇക്കണോമിയെ കുറിച്ച് റിസർച്ച് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ ഹോബി അത് തന്നെയാണ്. മെയിൻ ഹോബിയും സ്റ്റോക്ക് മാർക്കറ്റിൽ റിലേറ്റഡ് തന്നെയാണ്. താങ്ക് യു. ഷിജുമോനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു പല വീഡിയോസും നമ്മൾ കാണുകയാണെങ്കിൽ വളരെ സെൻസിബിളായിട്ട് റാഷണലായിട്ട് ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നാഷണൽ ലെവലിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളത്. നമ്മൾ വി ആർ ഫോർച്ചുനേറ്റ് ടു ഹാവ് യു ഷെയറിങ് എ ഫ്യൂ പോയിന്റ്സ് വിത്ത് us. സുനിൽ മത്തായി. എൻ്റെ പേര് സുനിൽ എന്നാണ്. ഞാൻ എറണാകുളം സ്വദേശി തന്നെയാണ്. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു അപ് ടു 2017 ലാസ്റ്റ് വരെ. അവിടെ നിന്ന് ജോബ് കിട്ടി ചെയ്തിട്ടാണ് ഒരു ഫുൾ ടൈം ഓപ്ഷൻ ട്രേഡർ ആവുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ സെല്ലർ പെർസ്പെക്റ്റീവിലാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. സോ ലാസ്റ്റ് 2 years ആയിട്ട് അതിനകത്ത് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒരു സ്വിംഗ് ട്രേഡിംഗ് പ്ലസ് ഓപ്ഷൻ ട്രേഡിംഗ് കമ്പൈൻഡ് ആയിട്ടാണ് കൂടുതൽ ചെയ്യുന്നത്. ഓപ്ഷൻസിൽ ഏതാണോ ഓപ്പർച്യൂണിറ്റി അതിൽ ഫോക്കസ് ചെയ്ത് ഓപ്ഷൻസിൽ ചെയ്യുക. ഒരു ഓപ്ഷൻ ബയർ ഓപ്ഷൻ സെല്ലർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ നിന്ന് ഭയങ്കരമായിട്ട് ലാസ്റ്റ് 2 years ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഒരു കംപ്ലീറ്റ് ഓപ്ഷൻ സ്വിംഗ് ട്രേഡർ എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ്. സുനിലിൻ്റെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കാണണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കോംപ്ലക്സ് സബ്ജക്റ്റിനെ സിമ്പിളായിട്ട് കാണിക്കുന്ന ആ ഒരു കഴിവും ടാലന്റിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. നൗ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. സിയാദ് ഇല്ലിക്കൽ. ഹായ്, ഞാൻ സിയാദ് ഇല്ലിക്കൽ. സ്വദേശം എറണാകുളം തന്നെയാണ്. ഒരു 2010 മുതൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. 2017 മുതൽ ഓപ്ഷനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഓപ്ഷനും ഇൻവെസ്റ്റ്മെന്റും മ്യൂച്വൽ ഫണ്ടും എല്ലാം തന്നെ കമ്പൈൻ ചെയ്ത് പോകുന്നു. ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കാര്യം എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാതിരിക്കുന്ന ഒരു ശരിയായിട്ടുള്ളൊരു കാര്യമില്ല. എൻ്റെ പേര് സൂരജ് നായർ എന്നാണ്. ഞാൻ MyFin TVയുടെ റിസർച്ച് ഹെഡാണ്. ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ കൂടിയാണ്. എൻ്റെ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ഫണ്ട് മാനേജ്മെൻറ്റിലായിരുന്നു. പല പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തു. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ കരിയർ ഞാനൊരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കമ്പനി തുടങ്ങി. അതിൻ്റെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ആ കമ്പനിയിൽ എനിക്ക് ഇൻവോൾവ്മെൻ്റ് ഇല്ല. കൂടുതലും ഞാനിപ്പോൾ MyFin TV ആയിട്ട് അസോസിയേറ്റ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നമുക്കിനി ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഷെറി ഉമ്മൻ, സാധാരണ നമ്മൾ മാർക്കറ്റ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം. മാർക്കറ്റിൽ ഒരുപാട് ഫാക്ടേഴ്സ് ആക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഔട്ട്കം വരുന്നത് എന്താ വെച്ചാൽ ഒരു വിസ്ഡമാണ് പുറത്തോട്ട് വരുന്നത്. ഈ മാർക്കറ്റിനകത്ത് നമ്മൾ പറയില്ലേ എല്ലാ തരം ആൾക്കാരും അതിനകത്തുണ്ടാവും. പക്ഷേ മാർക്കറ്റിൽ ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ട കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ്
കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇപ്പോൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. മെയിൻലൈൻ നിഫ്റ്റി ഇൻഡെക്സ് ഏതാണ്ട് 10 to 12% അതിൻ്റെ 52 വീക്ക് ഇന്ന് ഡൗൺ ആണ്. ബട്ട് മാർക്കറ്റിന് കറക്ഷൻ നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല ഇന്ത്യൻ മാർക്കറ്റിൽ കാണുന്നത്. കറക്ഷനുള്ള കാരണങ്ങളും ആദ്യമായിട്ടല്ല നമ്മളും കാണുന്നത്, മാർക്കറ്റും കാണുന്നത്. ഇപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ്, അല്ലെങ്കിൽ ട്രംപ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ട്രേഡ് ടാരിഫ്, ഒരു വാർ, ടെററിസ്റ്റ് അറ്റാക്ക്, ഫോറിൻ എക്സ്ചേഞ്ച്, RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇതൊന്നും മാർക്കറ്റ് കാണാത്ത കാര്യങ്ങളല്ല. മാർക്കറ്റ് ഹാസ് ക്ലൈംഡ് എ ലോട്ട് ഓഫ് വറീസ്. വാൾ ഓഫ് വറീസ് ഒരുപാട് ക്ലൈംബ് ചെയ്തിട്ട് വന്ന ഒരു എഫിഷ്യൻറ്റ് സിസ്റ്റമാണ് മാർക്കറ്റ്. ഒരുപാട് ജനറേഷൻസിലുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് പയറ്റി തെളിഞ്ഞ ഒരു മാർക്കറ്റാണ്. ബട്ട് എൻ്റെ ഒരു ലിമിറ്റഡ് എക്സ്പീരിയൻസ്, ഒരു 20-25 എക്സ്പീരിയൻസിൽ എൻ്റെ മനസ്സിൽ ചെറിയ ഒരു കാര്യം തോന്നുന്നുണ്ട്. മാർക്കറ്റ് നോസ് സംതിങ് ദാറ്റ് വി ഡു നോട്ട് നോ. മാർക്കറ്റ് എന്തോ നമ്മൾ കേൾക്കാത്ത എന്തോ കാര്യം മാർക്കറ്റ് കേൾക്കുന്നുണ്ട്. എന്നിട്ട് മാർക്കറ്റ് നമ്മുടെ അടുത്ത് ചെറുതായിട്ടൊന്ന് വിസ്പർ ചെയ്യുന്നുണ്ട്. സംതിങ്. എപ്പോഴും നമ്മൾ പറയുന്നത് മാർക്കറ്റ് ഫ്യൂച്ചർ ഡിസ്കൗണ്ട് ചെയ്യുന്നതാണല്ലോ. സോ ദ റിയൽ ഡെഫിനിഷൻ ഓഫ് മാർക്കറ്റ്, ആസ് യു നോ, ഐ ഡോണ്ട് ഹാവ് ടു ടെൽ യു ആർ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് ദ ഫ്യൂച്ചർ ഏർണിംഗ് പൊട്ടൻഷ്യൽ ഓഫ് എ കമ്പനി, അല്ലേ? അല്ലെങ്കിൽ എക്കണോമിയുടെ ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യലിനെയാണ് അത് ഡിസ്കൗണ്ട് ചെയ്യണം. ഇന്ന് ഫോർവേഡ് ലുക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് മാർക്കറ്റിൽ വരുന്നത്. മാർക്കറ്റ് എന്തിനെയാണ് പേടിക്കണം? മാർക്കറ്റ് എന്താണ് നമ്മുടെ വിസ്പർ ചെയ്യാൻ ശ്രമിക്കുന്നത്? ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണ്. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് 12.5% ആക്കി. ആ ഒരു ഫിഗർ തന്നെ എനിക്ക് വളരെ എന്താ പറയുക ഒരു സർപ്രൈസിംഗ് ആണ്. കാര്യം 12.5 ഒന്നും ഗവൺമെന്റ് ഒരു ഫിഗർ വരില്ല. യു ക്യാൻ ഹാവ് 15, 20, 10. What is this 12.5? Is market fearing a capital gains tax hike? Your opinion, please. Suraj പറഞ്ഞ ഒരു പോയിന്റ് ആണ്. Is the market hearing something which we are not hearing? There's a saying which says, "Cometh the hour, cometh the leader." I mean, as the hour approaches, the leader should arise. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ I don't mean to be pessimistic. Having regard to the past നടന്ന കാര്യം നോക്കുകയാണെങ്കിൽ, the question that is there in the minds of the people, പൊതുവെ ജനങ്ങൾ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, do we have the right person at the helm of affairs? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എസ്പെഷ്യലി ഈ തവണത്തെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ, ഐ ബിലീവ് ഇതൊരു ക്രിട്ടിക്കലായിട്ടൊരു ബഡ്ജറ്റാണ് where we are right now as we speak. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു ക്വിക്ക് ഒരു അസൈഡ് പോയിന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, RBIയുടെ റീസെൻറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ our GDP growth around 6.5%. ഈ സെയിം പോയിന്റ് ആയിരുന്നു. NSO has also confirmed that. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് എന്ന് പറയാം, IMF has also confirmed the fact that നമ്മുടെ ഗ്രോത്ത് റേറ്റ് ഇറ്റ്സ് കുറയുന്നു. അതുകൂടാതല്ല, വി ആർ പെർഫോമിംഗ് വെൽ ഇൻ ടേംസ് ഓഫ് ദ റെസ്റ്റ്. അത് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ മാറ്റർ ഓഫ് കൺസേൺ. Remain as the fastest growing economy, but we are shrinking. Absolutely. അപ്പോൾ പൊതുവെ ഒരു നോക്കുകയാണെങ്കിൽ there has to be a jump as far as employment is concerned. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് ബ്രോഡ്ലി നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് ക്ലിയർലി ഒരു ടോപ്പിക് പോയിന്റ് ആണ്. ആബ്സല്യൂട്ട്ലി. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇൻ ടേംസ് ഓഫ് ബൂസ്റ്റിംഗ് ഓഫ് ദ മാർക്കറ്റ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു തിങ്കിങ് ഉണ്ടായേ പറ്റൂ. യു കാൺട്ട് ഹാവ് എ തിങ്കിങ് ദാറ്റ് എനിക്ക് ടാക്സ് അടക്കണം. അത് വെച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാട് യു ആർ ആബ്സല്യൂട്ട്ലി ഡിസ്ട്രോയിങ് ദ സിസ്റ്റം. In my view, one perhaps out of the box thinking is to abolish long-term capital gains tax, and I strongly advocate that. If the situation of there is absolute shortage of money in the hands of people in terms of spending. In terms of 12.5% is an absolute or magic figure. Controversial figure. Correct. Why did they take 10 അടക്കം കാരണം 11.5 എടുക്കാത്ത കാരണം ഒരു മാജിക് ആയിട്ട് ഒരു 12.5 വെക്കാൻ കാരണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഗോ ബാക്ക് ടു ലാസ്റ്റ് ഇയർ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ, ഇറ്റ്സ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, ആസ് ഫാർ as ലിസ്റ്റഡ് സെക്യൂരിറ്റി 12 months ആയിരുന്നു ക്രൈറ്റീരിയ, 24 months ആയിരുന്നു ക്രൈറ്റീരിയ. 24 months അവർ 12 months കുറച്ച്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ക്ലിയർ സ്ഥിരത ഇല്ലാത്ത പോലെയാണ്. ഞാൻ ആദ്യം 24 months. പക്ഷേ ഒരു കാര്യം ചോദിക്കാം, സോറി ഐ എം ഡിസ്റ്റർബിംഗ് പ്ലീസ്. ഒരു ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്കണോമിയിൽ നമ്മൾ വരുന്നത് സ്റ്റോക്സ്, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, ഇത് മൂന്നും ക്യാപിറ്റൽ അസറ്റാണ്. അത് ഇൻകം ടാക്സ് ആയിട്ട് ബന്ധമില്ല. അപ്പോൾ ഒരു ക്യാപിറ്റൽ അസറ്റിന് ഇപ്പം നമുക്ക് സ്റ്റോക്കിലുള്ള ലോസ് നമുക്ക് ക്യാപിറ്റൽ അസറ്റായ റിയൽ എസ്റ്റേറ്റിൽ സെറ്റ് ഓഫ് ചെയ്യും. ഞാൻ റിയൽ എസ്റ്റേറ്റ് ഒരു 100 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി, സ്റ്റോക്സിൽ എനിക്ക് 50 രൂപ കുറഞ്ഞു. ശരിക്കും ഞാൻ അൾട്ടിമേറ്റ്ലി ടാക്സ് ഫയൽ ചെയ്യാൻ, യു ആർ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, യു ആർ ദ ബെറ്റർ പേഴ്സൺ ടു എഡ്യൂക്കേറ്റ് മീ ഓൺ ദാറ്റ്. 100 - 50 ചേർത്ത് നമുക്ക് അടച്ചാൽ മതിയല്ലോ ഷോർട്ട് ക്യാപിറ്റൽ. അപ്പോൾ ഗവൺമെന്റ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ സജഷൻസ് വരുന്നത് എല്ലാ ക്യാപിറ്റൽ അസറ്റ്സും യൂണിഫോം ആവണ്ടേ എന്നുള്ള. ഓഫ് കോഴ്സ് ദർ ഇസ് എ ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ സ്റ്റോക്കിന് കൂട്ടനെ വരും, റിയൽ എസ്റ്റേറ്റ് കുറച്ചാ പോരെന്ന്. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെയും ഒരു വ്യൂ പോയിന്റ് ആ ഒരു പോയിന്റിനില്ലേ? അത് ഒരു വർഷം, ദാറ്റ് ഇസ് വൺ സൈഡ് ഓഫ് ദി ആർഗ്യുമെന്റ്.
ബട്ട് ദ നെക്സ്റ്റ് സൈഡ് ഓഫ് ദി ആർഗ്യുമെന്റ് അത് ശരിയാണെന്ന് കരുത്. അങ്ങനെയാണെങ്കിൽ why you retracting? If you believe that your view is correct, then stick to it. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ആസ് ഫാർ ആസ് ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് എന്ന് പറഞ്ഞാൽ ആകെ ഡെഫിനിഷൻ ഒരു 12 months 24 monthsലോട്ട് പോയി. മാർക്കറ്റ് വാസ് ആൻ ആബ്സല്യൂട്ട് ഹ്യൂമൻ കൺസിസ്റ്റൻസി ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിലാണ്. കറക്റ്റ്. അതാണ് ഞാൻ ആദ്യം തുടങ്ങി ഇൻ ടേംസ് ഓഫ് മൈ പ്രീഫേസ്. കമത്ത് ദി ആർ കമത്ത് ദി ലീഡർ. ഡു വി ഹാവ് എ ലീഡർ? അതാണ് എൻ്റെ ഒരു ചോദ്യം. ഡസ് ദ മാർക്കറ്റ് ഫീൽ ദാറ്റ് there is absolute lack of clarity as regards what lies ahead? Come at the man. So you are telling me that somebody has to come. Absolutely. Somebody has to come at this point of time. Alle? With a brave decision. Shall ഷിജു, നമ്മൾ സാധാരണ മാർക്കറ്റിൽ ഒരു സേയിങ് ഉണ്ട്, ബാവ് ഭഗവാൻ ചേ. ഇറ്റ്സ് എ ഗുജറാത്തി ടേം. അതായത് വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻ ദ മാർക്കറ്റ് ഈസ് റിഫ്ലക്ടിങ് ഇൻ ദ പ്രൈസ്. മാർക്കറ്റിൽ എന്ത് നടക്കാൻ പോകുന്നു, ഇത്രയും നാൾ എന്ത് നടന്നു, ഭാവിയിൽ എന്ത് നടക്കാൻ പോകുന്നു, അതിൻ്റെയൊക്കെ സം ടോട്ടൽ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് നിങ്ങൾ മാർക്കറ്റിൽ കാണുന്നത്, അതിൻ്റെ പ്രൈസിൽ കാണുന്നത് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. മാർക്കറ്റ് ലാസ്റ്റ് 2-3 ദിവസമായിട്ട് നിങ്ങൾക്കും എനിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് വെൽത്ത് ക്രിയേറ്റ് ചെയ്തൊരു സിസ്റ്റമാണ്. വാട്ട് ഗോസ് അപ്പ് ഇറ്റ് ഹാസ് ടു കം ഡൗൺ. ആ ഒരു പ്രോസസ്സിൽ കൂടെ ഒരു കറക്ഷനിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. കറക്ഷൻസ് നോർമലാണ്. കറക്ഷൻ എപ്പോഴും നമ്മൾ പറയുന്നത് ഇൻവെസ്റ്ററിന്റെ ഫ്രണ്ട് ആണെന്ന് പറയാം. കാര്യം എന്നും കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയാണ് ഒരു ഇൻവെസ്റ്ററിന് കയറാൻ പറ്റുക? അപ്പോൾ ഇറ്റ് ഹാസ് ടു റിവേർട്ട് ബാക്ക്. അങ്ങനത്തെ ഒരു പ്രോസസ്സ് മാർക്കറ്റിൽ പോകും. ബട്ട് ദ തിങ് ഈസ്, അടുത്ത കാലത്ത് മാർക്കറ്റിലേക്ക് വന്നവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇപ്പോൾ ഷിജുമോനെ പോലെ ഒരുപാട് പേര് എഡ്യൂക്കേറ്റ് ചെയ്ത് നടക്കുന്ന ആളാണ്. ഒരുപാട് ന്യൂ ജനറേഷൻ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്. ബട്ട് ഇത് കൂടുതൽ ഒരു സ്പെക്യുലേറ്റീവ് മൈൻഡ് സെറ്റിൽ മാർക്കറ്റിന്റെ റിയൽ ഫേബ്രിക്കും എസെൻസും കൾച്ചർ ഓഫ് ഇൻവെസ്റ്റിങ്ങും സ്പിരിറ്റും മനസ്സിലാക്കാതെ ഇതിലേക്ക് ഒരുപാട് സ്പെക്യുലേറ്റീവ് ആയിട്ട് പോകുന്നുണ്ടോ? ഷിജുമോന്റെ അഭിപ്രായം എന്താ? ഫസ്റ്റ് ആൻസർ യെസ്. ഇനിയിപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു സെയിങ് ഉണ്ട്, റീറ്റെയിൽ ഫ്രണ്ട്സ് നെവർ എൻഡ്സ് ഇൻ എ ഗുഡ് ഷേപ്പ്, അല്ലേ? കറക്റ്റ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തെ 2013 കഴിഞ്ഞിട്ട് കണ്ണീര് കൊണ്ടാണ് ബുൾ മാർക്കറ്റ് എല്ലാം എൻഡ് ചെയ്യണമെന്ന് ഒരു സെയിങ് ഉണ്ട്. ബുൾ മാർക്കറ്റിന്റെ പീക്കിൽ ഒരു റീറ്റെയിൽ ഫ്രണ്ട്സി ഉണ്ടാവും. അപ്പൊ നമ്മൾ കഴിഞ്ഞൊരു 2013 മുതൽ ഒരു 10-11 ഇയേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കറക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 2015-16 ഉണ്ടായ കറക്ഷൻ ഏകദേശം ഒരു 30% കറക്ഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പകുതി കറക്ഷൻ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ കോവിഡ് കറക്ഷൻ പിന്നെ പറഞ്ഞിട്ട് അല്ല, പെട്ടെന്ന് വന്നു പെട്ടെന്ന് തിരിച്ചു പോയി, അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യണ്ട. അതെല്ലാം നോക്കി 2022 അത്യാവശ്യം നല്ല കറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കറക്ഷൻസിനെ എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കറക്ഷൻ അത്ര വലുതല്ല. ഇത് ഇറ്റ്സ് 10-12%, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഔട്ട്ഫ്ലോ ഉണ്ട്. ഇപ്പോൾ FIS മുമ്പ് സെല്ലേഴ്സ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കുവാണെങ്കിൽ അവർ ഓൺ എ ഡെയിലി ബേസിസ് അവർ പുൾ ഔട്ട് ചെയ്യുന്ന മണി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ എമൗണ്ട് ആണ്. 5,000-10,000 crores എവറി സിംഗിൾ ഡേ ദേ ആർ സെല്ലിങ്. അപ്പൊ അതൊരു വറിയാണ്. ബിക്കോസ് വൺസ് ദ മണി ഡ്രൈസ് അപ്പ് മാർക്കറ്റ് വിൽ ഹാവ് ടു ഫോൾ. അത് ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസണിൽ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ മാർക്കറ്റിൽ റീറ്റെയിലേഴ്സ് വന്നിരിക്കുന്നത് അവർ ഫുൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് പുറമെ മാർജിൻ ഫണ്ടിങ്, ബോറോഡ് മണി, ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിവറേജ്. ഇപ്പൊ 2024 നോക്കുകയാണെങ്കിൽ 2023 ഡിസംബർ, അതായത് ആ സ്റ്റേറ്റ് ഇലക്ഷൻ നടന്ന സമയത്ത് മാർക്കറ്റ് ഏകദേശം 18,000-19,000 റേഞ്ചിലായിരുന്നു കിടന്നത്. ആ 19,000 താഴെ കിടന്ന മാർക്കറ്റ് വിത്തിൻ 1 ഇയർ ഇത് 26,200 വരെയും പോയി വിതൗട്ട് എനി കറക്ഷൻ. ഇറ്റ് വാസ് എ സ്ട്രേറ്റ് അപ്പ്. അതിനുള്ള കറക്ഷൻ ഇപ്പോൾ വരുന്നുള്ളൂ. പക്ഷെ എവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു ബുൾ ഫേസിലാണ് മെജോറിറ്റി ഓഫ് ദ റീറ്റെയിൽ മണി മാർക്കറ്റിലെത്തിയത്. അപ്പൊ ആ സമയത്ത് FIS സെല്ലേഴ്സ് ആയിരുന്നു. അപ്പൊ FIS സെല്ല് ചെയ്യുമ്പോഴേക്കും ഒരു ടോക്ക് ഓഫ് ദ ടൗൺ എന്താണെന്ന് വെച്ചാൽ FIS വരുമ്പോൾ ഈവൻ ഫൈനാൻസ് മിനിസ്റ്റർ സെഡ് ദാറ്റ് FIS വരുമ്പോൾ നമ്മുടെ റീറ്റെയിലേഴ്സ് ഉണ്ട്, അവര് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷെ അവരാരും ഒരു കാര്യം ചിന്തിക്കുന്നില്ല, ഈ റീറ്റെയിലേഴ്സ് മറ്റേ ഈയാമ്പാറ്റകള് വിളക്കിൽ വരുന്ന പോലെ വരുന്നത് ലാസ്റ്റ് ഫേസിലാണെന്നുള്ള കാര്യം ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് മറന്നു പോവുക, കണ്ടില്ല എന്ന് ശ്രമിക്കുക. എന്നിട്ട് ഈ റീറ്റെയിൽ മണി സ്മാർട്ട് മണിക്ക് എക്സിറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മളിരിക്കുന്നത് ചെറിയൊരു ബോംബിലാണ്. എനിക്കറിയില്ല, മീൻസ് ഞാനത് മാർക്കറ്റ് പ്രഡിക്ട് ചെയ്യാൻ ശരിയാവാൻ തെറ്റാവാം, നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളൊരു ബോംബിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോ എന്തെങ്കിലും റാഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് ബജറ്റിൽ വരുവാണെങ്കിൽ ഓക്കെ, അത് ഇമ്പാക്ട് ചെയ്യും, മാർക്കറ്റ് വേണമെങ്കിൽ റിവേഴ്സ് ചെയ്യാം. അതല്ലെങ്കിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ ആണെങ്കിലും ഒരു ഷോർട്ട് ടൈം പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് താഴേക്ക് പോരുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ. ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല, ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളല്ല, എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റേക്കും ഇല്ല. അപ്പോൾ മീൻസ് ഡെയിലി ട്രേഡ് ചെയ്യുന്നതല്ലാതെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരിക്കലും അഡ്വൈസ് അല്ല, സെല് ചെയ്യാനോ ബൈ ചെയ്യാനോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ജസ്റ്റ് ഒരു വ്യൂ ആണ് പറയുന്നത്. മൈഫിൻ ടിവിയുടെ പ്രേക്ഷകർക്ക് ഒരു കാര്യം കൂടെ പറയാം. ഞങ്ങൾ ഈ പറയുന്നത് ഒരു അഭിപ്രായം മാത്രമാണ്, ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്.
ഒരു ഡിസ്ക്ലൈമർ ഞങ്ങൾ പറയേണ്ടതായിരിക്കും. ഇത് റെക്കമെൻഡേഷൻ ആയിട്ടോ ഒരു സോളിസിറ്റേഷൻ ആയിട്ടോ നിങ്ങൾ കരുതരുത്. ഒരു പ്രോഡക്ട്സ് വിൽക്കുന്നതായിട്ട് ഞങ്ങളിൽ ഇപ്പോൾ ചിലപ്പോൾ പല സ്റ്റോക്കുകളും മെൻഷൻ ചെയ്തേക്കാം. ആ സ്റ്റോക്സ് ഒന്നും ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഞങ്ങൾക്ക് ചിലപ്പോൾ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റോക്ക് ആയിരിക്കാം, ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് ആയിരിക്കാം, ഞങ്ങൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആയിരിക്കാം. ബട്ട് ഇതൊരു റെക്കമെൻഡേഷനായിട്ട് ആരും ഇതിനെ എടുക്കരുത്. ഇപ്പോൾ ഷിജുമോൻ പറഞ്ഞതെന്ന് സുനിലിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്, ഇതിപ്പോൾ നമ്മളൊരു അഭിപ്രായം പറയുമ്പോഴേ നമുക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇൻഫർമേഷൻ ഇതിൻ്റെ കോൺവെർസേഷൻ ഇടയിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ യു ആർ ഫ്രീ ടു ഡു ഇറ്റ്. അല്ലാണ്ട് നമ്മളിതൊരു നോർമൽ ഇൻ്റർവ്യൂ അല്ല, വളരെ ഒരു ചിറ്റ് ചാറ്റ്. ഞാൻ ആദ്യമേ പറഞ്ഞു പോഡ്കാസ്റ്റിൽ ഒരു ചിറ്റ് ചാറ്റാണ്, ഒരു കോഫി ടേബിൾ ഡിസ്കഷനാണ്. നമ്മളിപ്പോൾ ഷിജുമോൻ പറഞ്ഞ പോലെ മാർക്കറ്റിനകത്ത് ഒരുപാട് ഫ്രൻസി ഉണ്ട്, ഒരുപാട് എക്സൈറ്റ്മെൻറ്റ്. നമ്മളൊരു സേയിങ് ഉണ്ട്, അതായത് ഇഫ് മാർക്കറ്റ് ഗിവ്സ് യു സോ മച്ച് ഓഫ് എക്സൈറ്റ്മെൻറ്റ് യു ഷുഡ് നെവർ ബി ഇൻ മാർക്കറ്റ് എന്ന്. മാർക്കറ്റ് ഈസ് ഫോർ എന്താ പറയുക പെസിമിസ്റ്റിക്കും ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യൂ ആയിട്ട് മാർക്കറ്റിലേക്ക് വരണം എന്നാണ്. ഇപ്പം നമ്മൾ സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനി, ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രമാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് നമ്മളിത് കൊണ്ടുവരുന്നത്. സൊമാറ്റോ അടുത്ത കാലത്ത് പീക്ക് പോയപ്പോൾ ഏതാണ്ട് 300 രൂപ വരെ പോയ സ്റ്റോക്കാണ്. ഓക്കെ, ഈ 300 റുപ്പീസ് പോകുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് സാധാരണ നമ്മളിപ്പോൾ കോൾ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുണ്ട്, ഇന്ത്യയുടെ പവർ റിക്വയർമെൻറ്റ്സ് കംപ്ലീറ്റ് തരുന്ന കമ്പനിയാണ്. നാളെ മുതൽ എക്കണോമിയിൽ കോൾ ഇന്ത്യ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഏതൊരു എക്കണോമിയുടെയും ബാക്ക് ബോൺ ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് കോൾ, സ്റ്റീൽ, അയൺ, റെയിൽവേസ്. ഓക്കെ, അപ്പോൾ അതിൽ ചെയ്യുന്ന ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കോൾ ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടല്ലോ, ഈ സൊമാറ്റോ വെച്ച് നോക്കുമ്പോൾ വളരെ താഴെയായിരുന്നു. സൊമാറ്റോ ഏതാണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 350 കോടി രൂപയാണ് എൻ്റെ നെറ്റ് പ്രോഫിറ്റ്. അതിനേക്കാളും, അതായത് എത്രയോ സൊമാറ്റോൻ്റെ സെയിൽസിനേക്കാളിലും കൂടുതലാണ് കോൾ ഇന്ത്യ ടാക്സ് അടയ്ക്കുന്നത് ഒരു കൊല്ലം. കോൾ ഇന്ത്യ ഡിവിഡൻഡ് കൊടുക്കുന്നത് സൊമാറ്റോൻ്റെ റവന്യൂവിനേക്കാളുമാണ്. എങ്കിലും സൊമാറ്റോൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വാസ് മച്ച് ബിഗർ ദാൻ കോൾ ഇന്ത്യ. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്സർവേഷൻ കൂടെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കിട്ടിയതാണ്. നമ്മുടെ എൻ്റയർ മീഡിയ സെക്ടർ, ഇന്ത്യൻ മീഡിയ ഈസ് വെരി ഫേമസ്. നമ്മൾ മിഡിൽ ഈസ്റ്റിൽ പോയാലും US പോയാലും ഷാറുഖ് ഖാൻ അല്ലെങ്കിൽ പഴയ ഹിന്ദി സോങ്സ്, ബോളിവുഡ് സോങ്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇന്ത്യൻ മീഡിയ സെക്ടറിൻ്റെ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് പൂൾ എന്ന് പറയുന്നത് എല്ലാ കമ്പനിയും ഉണ്ട്. അതായത് PVR ഉണ്ട്, സി എൻ്റർടൈൻമെൻറ്റ് പോലെ ഇത് സീരിയൽസ് അല്ലെങ്കിൽ മൂവീസ് എടുക്കുന്ന കമ്പനി, സരഗമ, ടിപ്സ് പോലുള്ള സോങ്സ് തരുന്ന കമ്പനി, ഇതെല്ലാവരും കൂടെ ചേർന്ന് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 2500 crores ആണ് അതിൻ്റെ പ്രോഫിറ്റ്. സൊമാറ്റോ എന്ന് പറയുന്നത് ഏതാണ്ട് 350 crores ആണ്. മീഡിയ സെക്ടറിനെ കംപ്ലീറ്റ് മേടിക്കാൻ 1.3 lakh crore മതി, സൊമാറ്റോ മേടിക്കാൻ 3 lakh crore വേണം. ഒന്ന് ആലോചിച്ച് നോക്കുക ആ വാല്യുവേഷൻ ഡിഫറൻസ്. അപ്പോൾ അത്രയ്ക്ക് ഒരു ഇറാഷണൽ ആയിട്ടുള്ള രീതിയിലാണ്. എന്തിനാ ഒരു രസകരമായിട്ട് പറയണമെങ്കിൽ സൊമാറ്റോ ഈസ് മച്ച് മോർ കോസ്റ്റ്ലിയർ ദാൻ ഫോർമുല 1. ഞാൻ ഇൻഫാക്റ്റ് ഒരു ട്വിറ്ററിൽ ഒരു എഴുത്തെഴുതി, വെർസ്റ്റപ്പാനും ലൂയിസ് ഹാമിൽട്ടണും ഇതൊക്കെ നിർത്തി സൊമാറ്റോൻ്റെ വണ്ടി എടുത്ത് ഫുഡ് ഡെലിവറി ചെയ്യാൻ പോകണം. അത്രയ്ക്ക് മാത്രം വാല്യൂഷൻ ഉണ്ട്. ബിക്കോസ് ഫോർമുല 1 വർക്ക് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര പ്രൈസി ആയി സൊമാറ്റോ. എന്ത് പറയണു സുനിൽ മത്തായി ഇതിനെക്കുറിച്ച്? ഇത് നമ്മൾ സൊമാറ്റോ കാണേണ്ടത് ഒരു സ്റ്റാർട്ടപ്പായിട്ട് വരുന്നു, ലോസിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നു എന്നാണ്. സൊമാറ്റോ ഡിജിറ്റൽ വേൾഡിലെ ന്യൂ കമ്പനിയാണ്. 2003 നമ്മൾ .com ബബിളിൻ്റെ സമയത്ത് നോക്കിയാലും ആ സമയത്തുണ്ടായിരുന്ന പല സോഫ്റ്റ്വെയർ കമ്പനികളും ഇതേപോലെ വാല്യുവേഷൻ വന്ന് അത് കറക്റ്റ് ചെയ്താണ്. സൊമാറ്റോ എനിക്ക് തോന്നുന്നു സിംഗ്ലോ പോകുന്ന സമയത്ത് 42 ആയിരുന്നു സൊമാറ്റോൻ്റെ പ്രൈസ്. അവിടെ നിന്നാണ് അത് 300 ലെവലിലോട്ട് പോകുന്നത്. സൊമാറ്റോ അവർ കൊടുക്കുന്ന ഡെലിവറിയിൽ ₹1 ഹൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർ ഡേ അവരുടെ ഇൻകം ജമ്പ് ചെയ്യുന്നത് മോർ ദാൻ 16 crores ആണ്. അത് 60 കോടി രൂപയ്ക്ക് മുകളിൽ അവർക്ക് എക്സ്ട്രാ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ₹1 ഒരു ഡെലിവറി ചാർജ് കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ₹1 കൂട്ടിക്കഴിഞ്ഞാൽ ആർക്കും ഒന്നും ഫീൽ ചെയ്യുക പോലും ഇല്ല. അപ്പോൾ ഇവർക്കടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അവിടെ വാല്യുവേഷൻ വരുന്നത്. ശരിയായിരിക്കാം. കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മോളിൽ നിന്ന് ഒരു ഏരിയൽ വ്യൂ നോക്കുകയാണെങ്കിൽ റെഡ് ടീഷർട്ട് ഇട്ട സൊമാറ്റോക്കാരുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിറച്ച് അവരൊരു വലിയൊരു ലോജിസ്റ്റിക് കമ്പനി ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കും. കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഈച്ച് ആൻഡ് എവറി ഹൗസ് ഹോൾഡിൽ അവർ പ്രസൻസ് ഉണ്ട്. പ്ലസ് അവർ ഹാൻഡിൽ ചെയ്യുന്നത് ഡാറ്റയാണ്. ഡാറ്റ ആണ് അടുത്ത നെക്സ്റ്റ് ഒരു ഈ വേൾഡ് എങ്ങോട്ട് പോകണമെന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഓരോ ആളുകൾ എന്ത് കഴിക്കുന്നു, ആളുകൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു, എവിടെ ഈ വാങ്ങുന്ന ആൾക്കാർ മറ്റെന്തൊക്കെ സാധനങ്ങൾ കൺസപ്ഷൻ. ഇന്ത്യ പോപ്പുലേഷൻ ബേസ്ഡ് കൺട്രിയാണ്. അപ്പോൾ അടുത്ത ഇവിടുത്തെ ഏറ്റവും വലിയ തീം എന്ന് പറയുന്നത് കൺസപ്ഷൻ തന്നെയാണ്. അപ്പോൾ ആ കൺസപ്ഷനിൽ ഒരു മോണോപ്പൊളി ലെവലിലോട്ടാണ് സൊമാറ്റോ വളരുന്നത് അല്ലെങ്കിൽ സ്വിഗ്ഗി വളരുന്നത്. അപ്പോൾ ആ കമ്പനികൾക്ക് ആ വാല്യുവേഷൻ കറൻ്റ്ലി കുറച്ച് ഓവർ വാല്യൂഡ് ആണ് നമുക്ക് തോന്നിയെങ്കിലും നമുക്കതിനെ എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് റീസൺസ് ഉണ്ട്. ബട്ട് ഒരു മാർക്കറ്റ് ട്രിഗർ വരികയാണെങ്കിൽ ഉറപ്പാണ് അത് കറക്റ്റ്. ഇപ്പോൾ നമ്മൾ 2003 പോലെ ഒരു .com ബബിളിലൊരു വലിയ കറക്ഷനിലൊക്കെ ഇത് ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം. ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ഇപ്പോൾ ഷിസാറ് പറഞ്ഞതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ ഉള്ളത് എനിക്ക് തോന്നുന്നു 2017 നമ്മൾ GST കൊണ്ടുവരുന്നത്. റൈറ്റ്, പുള്ളിക്ക് കുറച്ചുകൂടി അറിയാൻ പറ്റും. അപ്പോൾ
GST നമ്മുടെ എക്കണോമിയിൽ പെട്ടെന്ന് വരുമ്പോൾ അത്രയും നാളും പലരും വയ്ക്കാത്ത പല കണക്കുകളും നേരെ എക്കണോമിയിലോട്ട് വരും. GST എല്ലാത്തിനും ഒറ്റയടിക്ക് എക്കണോമിയിലോട്ട് വരുമ്പോൾ പല കമ്പനീസിൻ്റെ ഏണിങ്സ് അതുകൊണ്ട് ഭയങ്കരമായിട്ട് നെക്സ്റ്റ് 3-4 ഇയേഴ്സിൽ കൂടിയിട്ടുണ്ട്, ഉറപ്പായിട്ടും കൂടിയിട്ടുണ്ട്. കാരണം ഫോർമലൈസേഷൻ ഓഫ് ദി എക്കണോമി അല്ലേ, ഡിജിറ്റലും കൂടെ വന്നപ്പോൾ റിപ്പോർട്ട് ചെയ്യാത്ത ഇൻകമും പ്രോഫിറ്റ്സും വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും നാൾ ഉണ്ടായിരുന്ന ഏണിങ്സ് അല്ലെങ്കിൽ അത്രയും നാൾ ഉണ്ടായിരുന്ന നിഫ്റ്റി വാല്യുവേഷനേക്കാൾ ഒരു ജമ്പ് 2017 ശേഷം നമ്മുടെ വാല്യുവേഷനിൽ നമ്മുടെ എക്കണോമിക്ക് വന്നിട്ടുണ്ട്. റൈറ്റ് നൗ നമ്മളൊരു 8 ഇയേഴ്സ് കഴിഞ്ഞു. ആ ഒരു ജമ്പിൻ്റെ സാച്ചുറേഷൻ പോയിന്റ് എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കറൻ്റ്ലി നമ്മുടെ എക്കണോമി നിൽക്കുന്നത്. അപ്പോൾ GSTയുടെ ഒരു ബൂസ്റ്റ് ഇല്ല. കറൻ്റ്ലി നമ്മുടെ കറൻസി ഭയങ്കരമായിട്ട് വില കൂടി പോകും. 87 അടുത്തെത്തി, അത് 100 പോകുന്നു. മറ്റ് ഇപ്പോൾ നമ്മൾ ചൈനയാണെങ്കിലും ഇത്രയും നാൾ പെർഫോം ചെയ്യാത്ത ചൈനീസ് എക്കണോമി ഇപ്പോൾ പെർഫോം ചെയ്യുന്നു. വലിയ ഗ്രോത്ത് ഇല്ലാത്ത US എക്കണോമി പെർഫോം ചെയ്യുന്നു. ഇതെല്ലാം നമുക്ക് എഗെയിൻസ്റ്റ് ആണ്. ഇൻഡയറക്ട്ലി ഇതെല്ലാം നമുക്ക് എഗെയിൻസ്റ്റ് ആണ്. കൂടാതെ ഒരു കാര്യം, 30% ആണ് സ്റ്റിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ളൂ ഇന്ത്യയിൽ. 30%. അപ്പോൾ എലൻ മസ്കിൻ്റെ ഒക്കെ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞ പ്രൊജക്ട് അപ്രൂവൽ ആയിട്ടില്ല. അത് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഉൾനാടങ്ങളിൽ വരെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി കിട്ടും. അപ്പോൾ ഈ സൊമാറ്റോക്കൊക്കെ കൂടുതൽ ഓർഡർ പൊട്ടൻഷ്യൽ വീണ്ടും കൂടാനാണ് സാധ്യത. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ മാർക്കറ്റിൽ ഇപ്പോൾ ഏതാണ്ട് 14 കോടി DP അക്കൗണ്ട്സ്, ഡിമാറ്റ് അക്കൗണ്ട്സ് തുടങ്ങി എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്ക് പറയുന്നത്. ചിലയിൽ 21 പറയുന്നുണ്ട്, ചില 14, എന്തോ ആയിക്കോട്ടെ. 145 crore പോപ്പുലേഷനിലാണ് ഇത്രയും ഡിമാറ്റ് അക്കൗണ്ട്. ഇപ്പൊ KYC എല്ലാവരെയും ഡിക്ലെയർഡ് ആണ്. അതുകൊണ്ട് ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഇൻകം റേഞ്ച് അറിയാം, ഏജ് അറിയാം. ബട്ട് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, 44% ഓഫ് DP അക്കൗണ്ട് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഏതാണ്ട് 20-നും 30-നും ഇടയ്ക്ക്, 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്ക്, 20-നും 40 വയസ്സിനും ഇടയിലുള്ളവർ ഏതാണ്ട് 77% ഓഫ് മാർക്കറ്റാണ്. ഇവരതിനെ എന്താ പറയുക, നേരായ രീതിയിൽ മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ ഈ കോവിഡിന് മുമ്പ് 2.5 crores ആയിരുന്നു നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 21 crores ആയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കോവിഡ് ക്രാഷിന് ശേഷമാണ് ഇത്രയധികം ആളുകൾ കൂടുതൽ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. അതിനെ തെറ്റ് പറയാൻ പറ്റില്ല, കാരണം കോവിഡ് സമയം എല്ലാ ആളുകളും വീട്ടിൽ സ്റ്റക്കായിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്ന ആളുകളെ സ്വാഭാവികമായിട്ടും അവർ ആ ഒരു സമയത്താണ് അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. പക്ഷേ ഇവരിതിനെ നല്ല രീതിയിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുത്താൽ ഇവർക്ക് ഇതിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പഠനത്തിൻ്റെ ചെറിയൊരു കുറവ് സ്റ്റിൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിലേക്കൊക്കെ എത്തുന്നു തോന്നുന്നു. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഏതൊരു യങ്ങറിനും അവരുടെ ഫീൽഡിൽ കഴിവ് തെളിയിച്ചിട്ട് വേണം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാൻ. ഇപ്പോൾ ഇദ്ദേഹം ഷിജു സാറ് eBayയിൽ ഒരു എംപ്ലോയി വന്നതിന് സദർലൻഡ് ഒരു എംപ്ലോയി വന്നതിന് ശേഷം അദ്ദേഹം അവിടുത്തെ ഡയറക്ടറായി. അതിനർത്ഥം അദ്ദേഹം കരിയർ വൈസ് നമ്പർ 1 ആണ്. പ്രൂവ് ചെയ്തു, എക്സ്പീരിയൻസ് കൊണ്ടും വിസ്ഡം കൊണ്ടും പ്രൂവ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ആ മെച്യൂരിറ്റിയിലാണ് മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്. നല്ല പോയിന്റ് ആണ്. സുനിൽ TCSൽ IT എഞ്ചിനീയർ ആയിരുന്നു. അവിടുന്ന് സുനിലിനെ പറഞ്ഞു വിട്ടതല്ല, സുനിലിൻ്റെ ഇഷ്ടപ്രകാരം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഈ സാലറിനേക്കാളും കൂടുതൽ ഇൻകം എടുത്തതിന് ശേഷമാണ്. അത് മാത്രമല്ല, സിയാദ് പറയുന്നതിൽ ഒരു ഇഡൻ എനിക്ക് തോന്നിയ വെച്ചാൽ പല പ്രഷേഴ്സും പല ടൈം ഫ്രെയിംസും പല ഇമോഷൻസും ഹാൻഡിൽ ചെയ്ത എക്സ്പീരിയൻസ് ഇവർക്കുണ്ടായിരുന്നു അല്ലേ. എപ്പോഴും ഒരു നല്ല സന്തോഷ വാർത്ത മാത്രമല്ല, പ്രഷേഴ്സും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പുള്ളിങ്ങും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്താണ് വന്നതെന്നുള്ളതാണ് അല്ലേ. ഷിജുമോൻ നേരത്തെ നമ്മുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞില്ല, നമ്മൾ എനിക്ക് തോന്നുന്നു സുനിൽ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടാണ് എനിക്ക് തോന്നിയത്, മാർക്കറ്റിൽ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ടോ. അതായത് എപ്പോഴും നിഫ്റ്റിയിൽ ഒരു ചേണിങ് വരാറുണ്ട്. പണ്ടുണ്ടായിരുന്ന നിഫ്റ്റി കമ്പനീസ് ഒന്നും അല്ല ഇപ്പൊ നിഫ്റ്റിയിലുള്ളത്. അങ്ങനെ ഇങ്ങനെ ചേണിങ് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ ഇപ്പോൾ നമ്മുടെ സുനിൽ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാനൊരു ട്രഡീഷണൽ ഇൻവെസ്റ്ററാണ്, പഴയ ടൈപ്പ് രീതിയിൽ ആലോചിക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും സൊമാറ്റോ ഇങ്ങനെ, അതായത് 100% ഗ്രോത്ത് 10 കൊല്ലത്തേക്ക് വന്നാലാണ് ഈ വാല്യൂഷൻ ജസ്റ്റിഫൈഡ് ആണെന്നുള്ളതാണ് എൻ്റെ തലയിൽ പോകുന്നത്. അതുകൊണ്ട് ഞാൻ സൊമാറ്റോ നെഗറ്റീവ് ആണോ പ്ലസ് ആണോ അല്ലെങ്കിൽ കയറില്ല എന്നുള്ളൊരു ആർഗ്യുമെന്റ് എനിക്കില്ല. ബട്ട് ഈവൻ ദെൻ എൻ്റെ കാലഘട്ടത്തിന് ഞാനൊരു 50+ ഞാൻ പോകുമ്പോൾ മാർക്കറ്റിൽ ഒരു ഷിഫ്റ്റ് നടക്കുന്നുണ്ടോ. അതായത് വരുന്ന കമ്പനികൾ, നിഫ്റ്റിയിലേക്ക് വരുന്ന കമ്പനികൾ, മാർക്കറ്റിലേക്കുള്ള അപ്രോച്ച് എൻറ്റയർലി മാർക്കറ്റിൽ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് കാണുന്നുണ്ടോ. മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ ഹെവി വെയ്റ്റ്സ് നോക്കുകയാണെങ്കിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. പക്ഷേ ഡൗൺ സ്ട്രീമിൽ നോക്കുകയാണെങ്കിൽ പുതിയതായിട്ട് ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്. ഒരു നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും ഈ കമ്പനികളുടെ വാല്യുവേഷനും അവരുടെ പ്രസൻസും അവരുടെ എന്താണ് പെർസെൻറ്റേജും എല്ലാം വെയിറ്റേജും എല്ലാം കൂടി വരും. ആ ഒരു ഷിഫ്റ്റ് ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ നമ്മുടെ ഈ SME IPOs വന്നതൊക്കെ കുറച്ച് ഇന്നോവേഷന് വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം അല്ലേ. അതെ. ഇപ്പൊ ഡെലിവറി പോലത്തെ കമ്പനികളും അങ്ങനത്തെ ഒക്കെ വന്നു. പക്ഷേ ഡെലിവറിയുടെ മാർക്കറ്റ് ക്യാപ്പ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെക്കാളും കൂടുതലാണെന്നുള്ളതാണ് വീണ്ടും നമ്മൾ സംസാരിക്കുന്നത്. ഷെറിയിലേക്ക് ഞാൻ ഒരു കാര്യം വന്നാലേ, ഞാൻ ഇതൊരു നോട്ടി ക്വസ്റ്റ്യൻ ആണ്.
ഷെറിയുടെ നിന്ന് നോട്ടി ആയിട്ടുള്ള ഒരു ആൻസറാണ് ഞാനും എക്സ്പീരിയൻസ്. കാര്യം നമുക്ക് പൊളിറ്റിക്കൽ സംസാരിക്കാനുള്ള മാൻഡേറ്റ് ഒന്നുമില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചു, ഈ GST വന്നതിന് ശേഷം ഒരുമാതിരി എസെൻഷ്യൽ ഐറ്റംസ് പലതും പണ്ടത്തേനേക്കാളിലും വില കുറവല്ലേ? എസെൻഷ്യൽ ഐറ്റംസ്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ലക്ഷറി. ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ അവിടെ ബാക്കി കിടക്കുന്നത്, ഐ നീഡ് ആൻസർ. അങ്ങനെ ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഒരു വളർച്ച നമ്മുടെ എക്കണോമിക്ക് ലാസ്റ്റ് 8 years ആയിട്ടില്ലേ എന്നൊരു കാര്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഡിസ്കസ് ചെയ്യണം. ഞാൻ ചോദിക്കണേ, അങ്ങനെ ഒരു 8 എന്താ പറയുക എസെൻഷ്യൽ ഐറ്റംസിന് GST ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 11 ടാക്സ് സബ്സ്യൂം ചെയ്താണ് GST വന്നേക്കണേ. അതിൻ്റെ ഒരു എഫക്റ്റ് എക്കണോമിയിൽ ഉണ്ട്. നേരത്തെ നമ്മുടെ സുനിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു. രണ്ടാമത് ഇൻകം ടാക്സ്. എൻ്റെ പേഴ്സണലി നോക്കുകയാണെങ്കിൽ ഞാൻ 10 കൊല്ലം മുമ്പേ കൊടുത്ത ടാക്സിനേക്കാളും കുറവാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് എന്നുള്ളത് എനിക്ക് അത്രയ്ക്ക് മാത്രം ബെനിഫിറ്റ് ഉണ്ട്. ബട്ട് ഒപ്പോസിഷൻ, ഞാൻ ഇതാ പറഞ്ഞ ഒരു ട്രിക്കി ക്വസ്റ്റൻ ആണ്, നോട്ടി ക്വസ്റ്റൻ ആണ്, പൊളിറ്റിക്കൽ ക്വസ്റ്റൻ ആണ്. ഒപ്പോസിഷൻ ഒരു ടാക്സ് ടെററിസം ഇന്ത്യയിൽ ഉണ്ട് എന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ അവർ സക്സസ്ഫുൾ ആയോ? ഗവൺമെന്റ് അതിൽ ഫെയിൽ ചെയ്തോ? ശരിക്കും ഞാൻ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാൻ സ്ട്രൈറ്റ് ആൻസർ പഴംപൊരിക്ക് GST വന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പഴംപൊരിക്ക് അല്ല, ബനാനയാണ് ഇന്ത്യയിൽ ഏറ്റവും വലുതായിട്ട് എക്സ്പോർട്ട് ചെയ്ത ഒരു മെറ്റീരിയൽ നമ്മുടെ ഉണ്ട്. പഴംപൊരിക്ക് GST വന്നു. അതായത് ഫോർമലൈസേഷൻ ഓഫ് എക്കണോമി സുനിൽ പറഞ്ഞല്ലോ, അതിന്റെ ഭാഗമായിരിക്കും ഇത്. ഇതിനെന്ത് ആർട്ടിക്കിൾ എന്റെ പേരുണ്ട്. ശരി, ഇൻട്രസ്റ്റിംഗ് ആണ്. See, it's a naughty question. I'll first give the straight answer. The straight answer പോയിട്ട് the naughty element. Give me a good answer first and a bad answer later. ഇപ്പം ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ ഉണ്ടല്ലോ, GST പൊതുവെ നോക്കുകയാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് ദ പ്രോഡക്ട്സ് ബ്രോഡ്ലി നോക്കുകയാണെങ്കിൽ ആസ് ഫാർ എ സർട്ടൺ പ്രോഡക്റ്റ് ദർ ഇസ് എ ഡ്രോപ്പ് ഇൻ ടേംസ് ഓഫ് ടാക്സ്, ദാറ്റ് ഇസ് ട്രൂ. പക്ഷേ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ റേറ്റ്സ്, 5% ഉണ്ടാവും, 12% ഉണ്ടാവും, 18% ഉണ്ടാവും, 28% മൾട്ടിപ്പിൾ ടാക്സ്. ആ കാരണം വെച്ചാൽ വക്കീലന്മാർ പോലെ അല്ല, എന്നെ പോലത്തെ വക്കീലന്മാർ സർവൈവ് ചെയ്യുന്നു. അതുപോലത്തെ കൺഫ്യൂഷൻ ഉണ്ടായ കാരണം കൊണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പഴംപൊരിയുടെ ഇഷ്യൂ വന്നു. അപ്പോൾ പഴംപൊരി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഏത് ഹെഡിലോട്ട് വരും? വക്കീലന്മാരെന്ന് പോയിന്റ് പറഞ്ഞപ്പോഴേ പണ്ട് നാനി പൽക്കിവാല പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ടാക്സ് സിസ്റ്റം ഈസ് സോ കോംപ്ലിക്കേറ്റഡ് ഫോർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആൻഡ് ലോയേഴ്സ് ടു മേക്ക് മണി എന്നാണ്. അപ്പൊ സ്ലാബ് നിങ്ങൾക്ക് ഗുണകരമായി എന്നല്ലേ ഞാൻ പറയേണ്ടത്? അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു പഴംപൊരിയുടെ സ്റ്റോറി ഓഫ് ദ പഴംപൊരി അന്നൊക്കെ ആയിരുന്നു. സ്റ്റോറി ഓഫ് ദ പഴംപൊരി ഫോർ 2 minutes. സ്റ്റോറി ഓഫ് ദ പഴംപൊരി. അത് ആദ്യത്തെ ചോദ്യം ഏത് ഹെഡിൽ വരും? അത് 5% വരുമോ അല്ലെങ്കിൽ 18% വരുമോ? അപ്പം ഏത് ഹെഡിലോട്ട് നമ്മൾ കയറ്റും? ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ണിയപ്പം ഒന്ന് കരുത്, അല്ലെങ്കിൽ കൊരലപ്പം ഒന്ന് കരുത്, അത് ഏത് ഹെഡിലോട്ട് വരും? ഫോർ എക്സാമ്പിൾ ഇത് സ്വീറ്റ് മീറ്റ് ആവുമോ അല്ലെങ്കിൽ നംകീൻ ആവുമോ? ഫോർ എക്സാമ്പിൾ കൊരലപ്പം എന്ന് പറഞ്ഞാൽ അത് ഒരു നംകീൻ പോലത്തെ ഒരു ടേസ്റ്റാണ്. ഫോർ എക്സാമ്പിൾ ഉണ്ണിയപ്പം ആണെങ്കിൽ ചിലപ്പോൾ ഒരു സ്വീറ്റ് മീറ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. പഴംപൊരി എവിടെ നമ്മൾ കയറ്റും? ഇപ്പോൾ ഈ ബേക്കേഴ്സ് അസോസിയേഷൻ എനിക്ക് മനസ്സിലായി. കാര്യം വെച്ചാൽ ഇപ്പം ഞാനൊരു ഹോട്ടൽ നടത്തുന്നു, എനിക്ക് കാറ്ററിംഗ് ഡിവിഷനും ഉണ്ട്. ഹോട്ടലിൽ വരുന്ന റെസ്റ്റോറന്റിൽ കഴിക്കുന്നവർക്ക് 5%, 2% സെൻട്രൽ, 2.5 സെൻട്രൽ, 2.5 സ്റ്റേറ്റ്, 5%. അതേസമയം ഞാനിത് കേറ്റർ ചെയ്ത് കൊടുക്കാൻ 18%. ഈ ഡിഫറൻസ് അല്ലേ പറയുന്നത്? അതുമല്ല ഒരു റെസ്റ്റോറന്റിനകത്ത് ഐസ്ക്രീമിന് വേറെ, ദോശയ്ക്ക് വേറെ വില, ഇതാണോ ഉദ്ദേശിക്കുന്നത്? ഇല്ല, അത്ര സിമ്പിളായി ഞാൻ കരുതില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സ്റ്റെൻഡ് ദിസ് ഫർദർ. ഇതൊരു ക്വസ്റ്റ്യൻ വന്നല്ലോ. കോയമ്പത്തൂർ ചെന്നപ്പോ ഫിനാൻസ് മിനിസ്റ്ററുടെ അടുത്ത് ചെന്നൈയിലോ തമിഴ്നാട്ടിൽ എങ്ങാണ്ട് ചോദിച്ചപ്പോൾ കോയമ്പത്തൂർ പോയ സമയത്ത് അന്നപൂർണയുടെ മുതലാളി ഓണർ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ കണ്ടിരുന്നു. പറഞ്ഞോളൂ. സോ ഈ വേരി ടാക്സ് സ്ലാബ്സ് ഉള്ള കാരണം കൊണ്ടാണ് ഒരു ദർ ഇസ് എ കൺഫ്യൂഷൻ ദാറ്റ് അറൈസസ്. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താ അറിയോ? ടാക്സ് ടെററിസം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു പ്യോർലി ഒരു ടെക്നിക്കലായിട്ടൊരു സംഭവം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബിൽഡിംഗ്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ ബിൽഡിംഗ് ദിസ് ക്യാൻ ബി റിഗാർഡഡ് ആസ് പ്ലാന്റ്. ചുരുക്കം പറഞ്ഞാൽ ബിൽഡിംഗ് ഇല്ലാതെ ദർ ഇസ് നോ മോൾ. അപ്പോൾ മോളുടെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിംഗ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു സിനിമ തിയേറ്റർ നോക്കുകയാണെങ്കിൽ തിയേറ്ററാണ് ഒരു പ്ലാന്റ്. അപ്പോൾ ഈ ദിസ് വാസ് ദ ജഡ്ജ്മെന്റ് ഇൻ ദ കേസ് ഓഫ് സഫാരി റിറ്റേൺ. ഒരു ഉദാഹരണം തന്നെ പറയാം. സുപ്രീം കോടതി പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു മോൾ ഈസ് അക്കിൻ ടു ഒരു പ്ലാന്റ്. ഒരു പ്ലാന്റ് ആൻഡ് എക്വിപ്മെൻറ്റ് പോലെയാണ്. ഇറ്റ്സ് ഈക്വൽ. ഫോർ എക്സാമ്പിൾ റിയൽ എസ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ദ ബിൽഡിംഗ് ഇസ് ദ പ്ലാന്റ്. ആ പറഞ്ഞ ഇഷ്യൂ വെന്റ് അപ്പ് ടു ദ സുപ്രീം കോടതി പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ ദ മോൾ, ഫോർ എക്സാമ്പിൾ ഇടുന്ന സിമെന്റും സ്റ്റീലൊക്കെ അത് നമുക്ക് ഇൻപുട്ട് എടുക്കാം, ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. ഒരു മോൾ ഓപ്പറേറ്ററിന് ക്ലെയിം ചെയ്യാം. കാരണം എന്താ പറയുക, അതൊരു പ്ലാന്റ് ആണ്. പ്ലാന്റ് ആയ കാരണം കൊണ്ട് യു നീഡ് ദാറ്റ് ഫോർ പെർഫോമിംഗ് യുവർ സർവീസസ്. പക്ഷേ ഇപ്പം ഈ ലാസ്റ്റ് GST കൗൺസിൽ മീറ്റിംഗ് ദേ ഹവ് ഡിസൈഡ് ടു റിവേഴ്സ് ദ ജഡ്ജ്മെന്റ്. എന്താ സുപ്രീം കോടതി പറഞ്ഞ ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് പ്ലാന്റ്. അപ്പം ദേ ഹവ് നൗ ഡിസൈഡഡ് ടു ചേഞ്ച് ഇറ്റ്. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടൊരു സ്ലോഗനാണ്, ഹെഡ്സ് ഐ വിൻ, ടെയിൽസ് യു ലൂസ്. എന്ത് ചെയ്താലും യു വിൽ വിൻ.
അപ്പോൾ ഈ പഴംപൊരിയുടെ കഥ നോക്കുകയാണെങ്കിൽ ബാധിച്ചിട്ട് യാതൊരു ലാസ്റ്റിൽ നമ്മൾ ചിലപ്പോൾ 5% പറയും. ഇത് മുകളിലോട്ട് ഇപ്പം പിന്നീട് ഗവൺമെൻറ് പെട്ടെന്ന് ഒരു മാറ്റമാണ്. സോറി, 5% അല്ല, യു ഹാവ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് ടു 18. സോ അതൊരു ദാറ്റ് ഇസ് എ വെരി ഡിസ്റ്റർബിംഗ് ട്രെൻഡ്. ഐദർ യു റെസ്പെക്ട് വാട്ട് ദ കോർട്ട് സേസ് ആൻഡ് എൻഡ് വിത്ത് ഇറ്റ്, അല്ലാതെ യു കാണ്ട്. കോടതി പറഞ്ഞു, ഹെൻസ് ഐ വിൽ പ്രൂവ് മൈ സ്മാർട്ട്നെസ് ആൻഡ് ഐ വിൽ ചേഞ്ച്. അല്ല, ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിൽ ഇത്രയും നേരം നമ്മൾ ടാക്സ് ആയിട്ട് സംസാരിച്ചു. ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിൽ ചോദിക്കുകയാണ്, ഒരു കോർപ്പറേറ്റ് ലോയർ എന്ന രീതിയിൽ ചോദിക്കുകയാണ്, ഈ ലിറ്റിഗേഷൻസ് കൂടിയോ? ആബ്സല്യൂട്ട്ലി. അപ്പോൾ യു ഷുഡ് ബി സ്മൈലിംഗ് അല്ലേ? GST കോംപ്ലിക്കേഷൻ സംബന്ധം അറിയോ സൂരജ്? ഫോർ എക്സാമ്പിൾ, നമ്മൾ പോലത്തെ ആൾക്കാർ വി ഹാഡ് ദി ഓപ്ഷൻ ഓഫ് ഗോയിങ് ഔട്ട്സൈഡ് ഓഫ് കേരള. വി ആർ ഓൾ പെർഹാപ്സ് ഇൻ ദ സെയിം ഏജ് ബ്രാക്കറ്റ്. പക്ഷേ പൊതുവെ നോക്കാൻ ദ സ്ട്രക്ചർ ദാറ്റ്സ് ഔട്ട്സൈഡ് അസ്, യു സീ ആബ്സല്യൂട്ട് ഡൗൺ ടേൺ ഇൻ ടേംസ് ഓഫ് ബിസിനസ്സസ്. ഐ മീൻ, ഫോർ എക്സാമ്പിൾ, റെസ്റ്റോറൻറ്റ്സ് തന്നെ നോക്കാൻ സൊമാറ്റോ ചിലപ്പോൾ കയറുമായിരിക്കും. ബട്ട് ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് റെസ്റ്റോറൻറ്റ് ദാറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് ദെൻ സ്റ്റോപ്ഡ്. നമ്മൾ എറണാകുളം തന്നെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട് സാറ്റ്. ഐ ജസ്റ്റ് ക്വിക്ലി കംപ്ലീറ്റ് ദിസ് പോയിന്റ്. എൻ്റെ ഒരു ഇൻ മൈ ഡീലിങ്സ് വിത്ത് ദി ഓഫീസേഴ്സ്, ഒന്ന് ഭയങ്കര ടാർഗറ്റ് ഡ്രിവൻ ആണ്. അപ്പോൾ ടാർഗറ്റ് വെച്ചിട്ടാണ് എല്ലാം കളി. അവർ സാറ് എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ സാറ്, നമ്മളെ സംബന്ധിച്ചോളം ഈ കാശ് എടുത്തേ പറ്റും, നമുക്ക് വേറെ മാർഗ്ഗമില്ല, സാറ് വേണ്ടി കണ്ടസ്റ്റ് ചെയ്തോളൂ. പക്ഷേ കണ്ടസ്റ്റ് ചെയ്ത് അൾട്ടിമേറ്റ്ലി ജയിച്ചെന്ന് കരുത്, അപ്പോൾ അവർ നിയമം മാറ്റും. ഞാൻ നമ്മൾ കണ്ടസ്റ്റ് ചെയ്ത് ജയിച്ച് അവിടെ വരെ എത്തിക്കേണ്ടായിരിക്കും, നിയമം മാറ്റും. പിന്നെ വേറെ ഇഷ്യൂ എന്നാണ്, മിക്ക ലിറ്റിഗേഷൻ്റെ തുടക്കം കേരളത്തിലാണ് തുടങ്ങുന്നത്. മിക്ക ലിറ്റിഗേഷനും തുടക്കം ഇവിടെ വെച്ച് തുടങ്ങും. അവരിവിടെ ഒരു വെടിക്കെട്ടായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഈ വെടിക്കെട്ട് ഇവിടെ സക്സസ്ഫുൾ ആയി ബാക്കി എല്ലാ രാജ്യത്തിലും അവർ തുടങ്ങും. അതാണ് ഇവിടുത്തെ ഒരു ഭയങ്കരമായിട്ടൊരു ഡിസ്റ്റർബിംഗ് ടൈം ഞാൻ കാണുന്നത്. അപ്പോൾ പൊതുവെ GST ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഇൻ്റലിജൻസ് വിങ് എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പൊതുവെ പറയാറുണ്ട്, ഇൻ്റലിജൻസ് വിങ്ങിൻ്റെ ദി ഒൺലി തിങ് ഇൻ്റലിജൻറ്റ് അബൌട്ട് ദം ഇസ് ദെയർ നെയിം. അതല്ലാതെ വേറെ ഒരു നത്തിങ് ഇൻ്റലിജൻറ്റ്. പക്ഷേ ആബ്സല്യൂട്ട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞില്ലേ, ജീവിതത്തിൽ ചില കാര്യങ്ങളെ സെർട്ടൻ ആയിട്ടുള്ളൂ, ഡെത്തും ടാക്സും എന്തായാലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചോളുന്നു. ഷിജു, ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മളൊരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 7000 കമ്പനികളിൽ അതിൻ്റെ ഏതാണ്ട് എന്താ പറയുക, നമ്മളിപ്പോൾ ഫാങ് സ്റ്റോക്സ്, അതിനിപ്പോൾ പറയുന്ന പുതിയ പേര് മാഗ്നിഫിഷൻ 7 എന്നാണ്, മാക്സ് 7, റൈറ്റ്? ഈ ആപ്പിളും മൈക്രോസോഫ്റ്റും ഇവരെല്ലാം കൂടെ. ബട്ട് ഏതാണ്ട് മെജോറിറ്റി ഓഫ് ദ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതും അവരാണ്. അവരുടെ പ്രോഫിറ്റ്സും അവരുടെ പെർഫോമൻസും ഒക്കെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഇരിക്കുന്ന ഡേറ്റ അനുസരിച്ച് നമ്മുടെ മൈഫിൻ്റെ റിസർച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 7000 കമ്പനിയിൽ അവരുടെ ഗെയിൻ, US മാർക്കറ്റിന്റെ ഗെയിനിന്റെ 15% ഈ സ്റ്റോക്സ് ആണ് കൊടുത്തത്. കൂടാതെ അതിൽ തന്നെ ആപ്പിളിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഇന്ത്യൻ GDP കൂടുതലാണ്. അത് ഈ 7 കമ്പനിയെ നമ്മൾ സെപ്പറേറ്റ് ഒരു സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ US കഴിഞ്ഞ ഏറ്റവും വലിയ മാർക്കറ്റ് വരാം. അത്രയ്ക്ക് വലുതായി ഈ കമ്പനി. അതായത് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ചില കമ്പനികളിൽ മാത്രം പോകുന്നു. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ മാർക്കറ്റിൽ ഷിജു? അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെ ഒരു ചേഞ്ച് വരുന്നുണ്ടോ? ഇന്ത്യൻ മാർക്കറ്റിൽ ചേഞ്ച് ഓൾറെഡി നമ്മുടെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ HDFC ബാങ്കിന് 15% വെയിറ്റേജ്, റിലയൻസിന് 10%, 2 കമ്പനി തന്നെ 25% വെയിറ്റേജ് ആയി ഓൾറെഡി കൊണ്ടുപോയി കഴിഞ്ഞു. പിന്നെ ICICI ബാങ്ക് വരുമ്പോഴത്തേക്ക് ഒരു 9% ഉണ്ട്. പിന്നെ ഇൻഫോസിസ്, TCS, അങ്ങനെ ഒരു 8 to 9 കമ്പനീസ് വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് 50% പ്ലസ് വെയിറ്റേജ് ആയി ഔട്ട് ഓഫ് 50 കമ്പനീസ്. അങ്ങനെ തന്നെയാണ്, അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് വാട്ട് എവർ ഹാപ്പൻസ് ഇൻ US will eventually അതിലേക്ക് വരും. US-ൽ ഒരു കാര്യം, IT കമ്പനീസ് ആണ് ബേസ് ചെയ്തിട്ടുള്ളത്. ഈ പക്ഷെ ഇന്ത്യയിൽ ഇപ്പോൾ HDFC അതാണ് പറഞ്ഞത്. ഇപ്പോൾ US-ലെ 7 കമ്പനീസിന്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ വെരി ഹ്യൂജ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ ഏതാണ്ട് 65% ഓപ്പറേറ്റിംഗ് മാർജിൻ ഓർഡർ കമ്പനി, അവർ മാത്രമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ചിപ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഈ ടോപ്പ് 10 കമ്പനീസ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇത്രയും ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇല്ല. ഫ്യൂച്ചറിൽ ചിലപ്പോൾ 10 years കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചാൽ ചിലപ്പോൾ ഈ കമ്പനീസ് ആയിരിക്കില്ല ഈ ടോപ്പ് 10 ഉണ്ടാവുക ഇന്ത്യയിൽ. പക്ഷേ US അങ്ങനെയല്ലേ. ഇപ്പോൾ ഗൂഗിളും ഫേസ്ബുക്കും അവർ ഓൾറെഡി ന്യൂ ഏജ് ഡെവലപ്മെന്റ്, അതായത് ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള AI ഡ്രിവൺ ആയിട്ടുള്ള ഡെവലപ്മെന്റിൽ അവർ ഫോക്കസ്ഡ് ആണ്. സുനിൽ പറഞ്ഞ ഒരു പോയിന്റാണ്. അതായത് ഇപ്പോഴുള്ള കമ്പനീസ് ആയിരിക്കില്ല ഫ്യൂച്ചറിൽ ഇവിടുത്തെ വലിയ കമ്പനീസ്, കാരണം AI ഡ്രിവൺ അല്ല ഇപ്പോഴുള്ള വലിയൊരു ഫാക്ടർ ആയിരിക്കും അല്ലേ ഒരു ഫ്യൂച്ചർ ഗ്രോത്തിന്, എക്സ്ട്രാ ഒരു ഗ്രോത്ത് അല്ലേ തരാനായിട്ട്. ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ലാർജസ്റ്റ് ഡേറ്റാ സെന്റർ റിലയൻസ് ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. മുകേഷ് അംബാനി, അതായത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഡേറ്റാ സെന്റർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ത്യൻ കമ്പനികളുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്തായിരിക്കും. അവിടെ പ്രശ്നം ആക്ച്വലി ഡേറ്റാ സെന്റേഴ്സ് ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കില്ല, US-ലെ ഏതെങ്കിലും വലിയ കമ്പനീസിന് വേണ്ടിയിട്ട് ഔട്ട്സോഴ്സ് ചെയ്യാനോ റെന്റ് ചെയ്യാനോ ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ നമ്മുടെ IT കമ്പനികളാണെങ്കിലും എല്ലാം സർവീസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. US കമ്പനികൾ അവർ ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഭയങ്കര എളുപ്പം. നമ്മൾ സൊമാറ്റോ കേസ് പറഞ്ഞു, സൊമാറ്റോ എന്തുകൊണ്ടാണ് ഇത്ര വാല്യുവേഷനിലോട്ട് വരുന്നത്?
അതൊരു പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇപ്പോൾ TCS ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ AI കൂടുതൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് ഇൻഡയറക്ട്ലി ആണെങ്കിൽ ഒരു സർവീസ് ബേസ്ഡ് ഇൻഡസ്ട്രീസിനായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോഴും എന്താണ് ഇന്ത്യ ശരിക്കും എന്താണ് ഇപ്പോഴും വിൽക്കുന്നത്? നമ്മൾ പ്രൊഡക്ട്സ് അല്ല വിൽക്കുന്നത്. നമ്മളിപ്പോഴും മാൻ പവർ ആർബിട്രേജ് ആണ് ഇന്ത്യ ഇപ്പോഴും ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ TCS ആണെങ്കിലും ഇൻഫി ആണെങ്കിലും യഥാർത്ഥത്തിൽ അവർ സോഫ്റ്റ്വെയർ ബിസിനസ് അല്ല ചെയ്യുന്നത്, അവർ മാൻ പവർ ആർബിട്രേജ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ ഏൺ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒരു കുഴപ്പം. കാരണം വേൾഡ് വളരുന്നതിൻ്റെ സ്പീഡിൽ നമ്മൾ ഓടി എത്തില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ വരും. ഗ്രാജുവലി നമ്മുടെ പോപ്പുലേഷൻ ഏജ് ആകുമ്പോൾ ഒരു 20 years ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ഗ്രോത്ത് പൊട്ടൻഷ്യലിന് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ചൈനയ്ക്ക് ലാസ്റ്റ് 10 years ചെറിയൊരു കാര്യം ചോദിച്ചു. അതായത് ഇപ്പോൾ നമ്മൾ കമ്പനീസിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ വേറൊരു ഇതേപോലെ ഒരു ഡിസ്കഷൻ ഫോമിൽ വന്നപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞത് ഏറ്റവും നെഗറ്റീവായിട്ട് പറഞ്ഞു വെച്ചാൽ അന്ന് പൊളിറ്റിക്കലായിട്ടുള്ള ചെറിയൊരു ഇൻട്രാക്ഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അഡാനി അംബാനി ഫേവർ ചെയ്യുന്നു, അഡാനി അംബാനി ഫേവർ ചെയ്യുന്നു. അപ്പോൾ അന്ന് ഒരാൾ പറഞ്ഞത്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, വളരെ മാർക്കറ്റിൽ ഫേമസ് ആണ്, പറഞ്ഞ് ഈ ഗവൺമെന്റിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ തെറ്റ് ഒരു അഡാനി അംബാനിയെ മാത്രം കൊണ്ടുവന്നുള്ളൂ എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 25-30 കോർപ്പറേറ്റ്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം. കാര്യം നമുക്ക് എല്ലാ കൺട്രിക്കും എക്കണോമിയും ഒരു സോഫ്റ്റ് പവർ എന്നുള്ള സംഭവമുണ്ട്. അതായത് ഒരുപാട് കാര്യം നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത് വലിയ കമ്പനി കൂടെയാണ്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ട്രംപ് ഇവിടേക്ക് വരുമ്പോൾ ട്രംപ് കൊണ്ടുവരുന്നത് NVIDIAയുടെ ചെയർമാനും മറ്റേ ആപ്പിളിന്റെ ചെയർമാനും ഒക്കെ ആയിരിക്കും. അവർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ റൂൾസ് മാറ്റും, ട്രേഡ് ടാരിഫ്സ് മാറ്റും, എക്കണോമിയുടെ ഘടനയും സ്ട്രക്ചറും തന്നെ മാറ്റും. അങ്ങനെയാണല്ലോ നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലും അഡാനി വന്നപ്പോൾ അഡാനിയുടെ പ്രോഫിറ്റ് കുഴപ്പമില്ല, പൊളിറ്റിക്കൽ സബ്ജക്റ്റ് മാത്രമാണെന്നാണ് നമ്മുടെ ഇവിടുത്തെ 2 രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത്. ബട്ട് അഡാനിയുടെ പോർട്ട് ഹാസ് ടു എക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി റിയാലിറ്റി വന്നുപെടും. അപ്പോൾ ഈ റിലയൻസ് ഇങ്ങനത്തെ ഒരു ഇത് തുടങ്ങാന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു വലിയൊരു കാര്യം തന്നെയല്ലേ? അല്ല, അത് ഞാൻ എഗ്രി ചെയ്യാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന ആപ്പിൾ അല്ലെങ്കിൽ ആമസോൺ ഇവരെല്ലാം ഈ പറയുന്ന 20ാം സെഞ്ചുറിയുടെ ലാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് വേൾഡിൽ ഏറ്റവും വലിയ കമ്പനിയായിട്ട് ഫ്രം 0 to N ലെവലിലോട്ടാണ് ഗ്രോ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇന്ത്യയിലെ കമ്പനികൾ കാണിക്കുന്നില്ല. ഇപ്പോൾ ഫ്ലിപ്കാർട്ടും ഗ്ലോബൽ കമ്പനീസ് ഇല്ല. യെസ്, ഇപ്പോൾ ഫ്ലിപ്കാർട്ടും ഫേസ്ബുക്കും എടുക്കുകയാണെങ്കിൽ in 2005 നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും ഒരേ വാല്യൂഷനുള്ള കമ്പനിയായിരുന്നു. അതൊരു ബ്രില്യന്റ് പോയിന്റ് ആണ്. യെസ്, ഇപ്പോൾ ഫ്ലിപ്കാർട്ട് എവിടെ നിൽക്കുന്നു, ഫേസ്ബുക്ക് എവിടെ നിൽക്കുന്നു എന്നാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നമുക്കൊരു ഗ്ലോബൽ ബ്രാൻഡ് നെയിം ഇല്ല. വേറൊരു കാരണം, ഇവിടെ ഏതൊരു കമ്പനി വളർന്നു വരുമ്പോൾ തന്നെ അതിനെ അക്യൂർ ചെയ്യാനായിട്ട് അവർ തയ്യാറാണെന്നുള്ളതാണ്. അപ്പോൾ വളരാൻ അനുവദിക്കുന്നില്ല, വളർച്ച പതുക്കി വെച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിന് ആ ഫുൾ ഗ്രോത്ത് പൊട്ടൻഷ്യൽ വരുന്നില്ല എന്നുള്ളതാണ് അല്ലേ? ഇപ്പോൾ എല്ലാത്തിലും നമ്മുടെ പോപ്പുലേഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോഴും മാർക്കറ്റ് കറക്ഷൻ, ഇപ്പോൾ ഷിസാർ പറഞ്ഞപ്പോഴും ആ ഒരു മാർക്കറ്റ് കറക്ഷൻ ഫിയർ നമ്മൾ എല്ലാവരും ബാക്കി വെച്ചു. അപ്പോൾ മാർക്കറ്റിൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു വലിയ ഫണ്ട് മാനേജർ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ അത്ര എക്സ്പേർട്ട് ആയുള്ള ഒരാളാണെങ്കിൽ പോലും സാർ 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും സാർ ഫീൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ലാസ്റ്റ് 3 year ആയിട്ട് മാർക്കറ്റിൽ വന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ആർക്കും റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അബ്സല്യൂട്ട്ലി അവിടെയാണ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ. ഒരു ചോദ്യം എനിക്ക് ഇതിനടുത്ത്, ടാക്സ് സിംപ്ലിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചത് ഏകദേശം ഒരു 10 lakh crores ഇപ്പോഴും സ്യൂട്ടിൽ ഉണ്ട്. അതായത് നമ്മുടെ GDPയുടെ ഓൾമോസ്റ്റ് 9.9% ഇപ്പോഴും കിട്ടാനുണ്ട് ഗവൺമെൻറ് എന്നുള്ളതുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് ടാക്സ് ഫയൽ ചെയ്യാന്ന് പറയുന്നത് എന്തോ ഒരു റോക്കറ്റ് സയൻസ് പോലെ ആണ്. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇതാണ്? അല്ല, ഷെറിയിലേക്ക് ഡിസ്കഷൻ വന്നതാണ്. ഞാൻ ഇതിൻ്റെ കൂടെ 2 കാര്യം ആഡ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ലാംഗ്വേജ് തന്നെ മാറ്റണം എന്നുള്ള റെക്കമെൻഡേഷൻ ഉണ്ട്. അതായത് ഇത് വായിക്കാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് അഡ്വക്കേറ്റിന് മാത്രമേ പറ്റുള്ളൂ, ഒരു കോമൺ മാനിന് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഏറ്റവും വലിയ സജഷൻ ഇവർ കുറച്ചുകൂടെ ലാംഗ്വേജ് സിമ്പിൾ ആക്കാൻ. ഞാൻ സുനിൽ പറഞ്ഞതും കൂടെ ചേർത്ത് സിയാദ് പറഞ്ഞതും കൂടെ ചേർത്ത് ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യൻ ബ്രാൻഡ്സ് ഈ പറയുന്ന പോലെ ഒന്നും ഒരു ഗ്ലോബൽ ലെവലിലേക്ക് റീച്ച് ചെയ്യുന്നില്ല എന്ന് പറയും. ശരി, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, റൈറ്റ്. അടുത്ത കാലത്ത് ഒരു ന്യൂസ് വന്ന് Big 4 കൺസൾട്ടിംഗ് ഫേംസ്, ഓഡിറ്റ് ഫേംസ്. Big 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏൺസ്റ്റ് ആൻഡ് യങ്, പ്രൈസ് വാട്ടർഹൗസ് കൂപ്പേഴ്സ്, ഡിലോയിറ്റ്, KPMG. അവരുടെ ഇന്ത്യൻ പ്രോഫിറ്റ് വാസ് മച്ച് ബിഗർ ദാൻ ദെയർ ഗ്ലോബൽ കൗണ്ടർ പാർട്സ്. അസ്റ്റോണിഷിംഗ് ആണ് ശരിക്കും. 38,000 കോടി എങ്ങാണ്ടാണ് 23-24 എങ്ങാണ്ട് അവർ ചെയ്തത്. ഈ കൊല്ലം 45,000 crores വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ അത് ഒരു ഞാൻ കണ്ടുവച്ച പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു സ്പീച്ചും കൂടി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ഇടയിലുണ്ടായിരുന്നു. അദ്ദേഹം ചോദിക്കുകയും ചെയ്തു, നമുക്ക് ഇതേപോലത്തെ ഒരു കമ്പനി ഈ Big 4 പോലെ കൊണ്ടുവരാത്ത എന്താ? ഇവിടെ അതിനേക്കാളുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ സുനിൽ പറഞ്ഞ പോലെ ഗ്ലോബൽ കമ്പനി വരാൻ പറ്റിയ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളുടെ ഈ കാര്യം സീക്രട്ടാണ്, ബിസിനസ്. ചിലപ്പോൾ ഷെറി തന്നെ വരുമോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. ഷെറിയുടെ കമ്പനി അതിന് എലിജിബിൾ ആണോ നമുക്ക് അറിയില്ല. അതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു ഒന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ബി പൊളിറ്റിക്കൽ ഇൻ ദിസ്. പൊതുവെ എന്ന് പറഞ്ഞാൽ ദ പോയിന്റ് ദാറ്റ് യു മെയ്ഡ് വാസ് ആബ്സൊല്യൂട്ട്ലി കറക്റ്റ്. ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ CA ഫീൽഡ് മേഖല നോക്കുകയാണെങ്കിൽ there were quite a few Indian firms.
പക്ഷെ അൾട്ടിമേറ്റ്ലി യു ഫോൾ എ ട്രാപ്പ് ടു അക്വിസിഷൻ. നേരത്തെ പറഞ്ഞ ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് ട്രൂ സ്റ്റോറി. അത് നന്നായിട്ട് ചെയ്യുന്നവനെ അങ്ങ് observe ഫാക്ടർ അല്ലേ? നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ നമ്മൾ വേറെ കമ്പനിയിൽ നിന്ന് വേറെ എടുക്കില്ലേ? ഫോർ എക്സാമ്പിൾ എൻ്റെ പ്രാക്ടീസ് തന്നെ, ഞാൻ വക്കീലാവുമ്പോൾ എനിക്കൊരു CA പ്രാക്ടീസ് ഉണ്ടായിരുന്നു. എൻ്റെ പ്രാക്ടീസ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബിഗ് ഫോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അക്വയർ ചെയ്യാൻ റെഡിയാണോ അല്ലോ. ഡിസ്കഷൻ ചെറുതായിട്ട് ഫെയിലായി ഫോർ എ ഡിഫറെൻറ്റ് റീസൺ. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് എനിക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റി, ഞാൻ ഉറപ്പായിട്ട് വിറ്റ് ഗ്ലോബൽ കമ്പനി കിട്ടിയാൽ ഗ്ലോബൽ കമ്പനി ബോധം. പിന്നെ അടുത്ത ചോദ്യം, ഈ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾ ലാസ്റ്റ് പറഞ്ഞു ഞാൻ വേറെ ദേശത്തോട് പോകും. എന്ത് ഫോർ വാട്ട് ജോയ് ടു ആൻസർ യുവർ ദാറ്റ് വാസ് മൈ ഫസ്റ്റ്, ദാറ്റ് വാസ് വൺ. I absolutely subscribe to that. The second thing that you had asked another question, simplification. സിംപ്ലിഫിക്കേഷന്റെ വാക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ അത് കോംപ്ലക്സിറ്റിയിലോട്ട് മൂച്ചാണ് അതിന്റെ അർത്ഥം. GST പറഞ്ഞാൽ എല്ലാം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പക്ഷെ ആബ്സല്യൂട്ട് കൺഫ്യൂഷൻ ആണിത്. പറയാം, ഇത് ഞാൻ ഒരു പൊളിറ്റിക്കലായിട്ടൊരു സംഭവം ഞാൻ പറയാം. അപ്പോൾ പ്യോർലി ലിറ്റിഗേഷൻ ആയിട്ട് നോക്കുമ്പോൾ തന്നെ എല്ലാ കാര്യത്തിലും ലിറ്റിഗേഷൻ തന്നെയാണ്. പറയാം, പഴമ്പൊഴി റെസ്റ്റോറൻറ്റ് നോക്കുകയാണ്, ഐ ക്യാൻ അത് എവറി പ്രൊഡക്റ്റ് നോക്കുകയാണ്, അതനുസരിച്ച് ലിറ്റിഗേഷൻ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരിക. ഫോർ എക്സാമ്പിൾ അവർ ക്രിമിനൽ ലോസ് എല്ലാം മാറ്റി. താങ്കൾ വായിച്ചാണോ ഈ IPC, എവിഡൻസ് ആക്ട് എല്ലാം മാറ്റി. ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞിട്ട് പുതിയൊരു, അത് IPCയുടെ ഈക്വലന്റ് ആയിട്ട്, അതുപോലെ തന്നെ എവിഡൻസ് ആക്ട് മാറ്റി. പക്ഷെ എല്ലാം നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ചുമ്മാ ഒരു ഓപ്റ്റിക്കലായിട്ടൊരു ചേഞ്ച്.